ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ച മാരത്തോൺ ഇന്ന് രാവിലെ കണ്ടിന്യൂ ചെയ്യാണ്. കാൽക്കുലസിൻ്റെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് മാക്സിമം ഒരു 9:30-ൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മാത്സ് കംപ്ലീറ്റ് ചെയ്യും. മാത്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓർഡറിൽ തന്നെ നമ്മൾ റീസണിങ്ങിലേക്ക് പോകും. റീസണിങ് കഴിഞ്ഞാൽ സ്റ്റാറ്റിലേക്ക് പോകും. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇന്നത്തെ ദിവസം നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ ഫുൾ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആളുകൾ, ലൈവിൽ വന്നിരിക്കുന്ന ആളുകളൊന്ന് മെസ്സേജ് അയക്കാം. നമ്മൾ ലാസ്റ്റ് ഇന്നലെ നിർത്തിയ ക്വസ്റ്റ്യൻ ഇതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജസ്റ്റ് വെരിഫൈ ദിസ്. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ചെയ്തിരുന്നത് കാൽക്കുലസിലെ ലോഗ് എക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, റൂട്ട് എക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തു. ഇതുവരെയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പ്ലസ് വി ഹാവ് ഡൺ ദിസ്. അല്ല, ഇതും കൂടെ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. യെസ്, ഗുഡ് മോർണിംഗ് പൂജ. തുടങ്ങാം നമുക്ക്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. u is equal to 5t⁴ plus 4t⁻³ plus 2t² plus t plus 4. You are asked to find dy by dt. t is equal to -1. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ലാസ്റ്റ് നമ്മളിവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 × t⁻⁴ ഡിഫറൻഷ്യൽ ആ 4 എന്നുള്ള പവർ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും. ആൻഡ് ദെൻ 4 എന്നുള്ള പവർ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും. ടീൻ്റെ പവർ ഒന്ന് കുറയും. പിന്നെ നമ്മൾ ചെയ്യുന്നത് 4 × t⁻³ ഡിഫറൻസ് എടുക്കുമ്പോൾ 3 ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും. ടീൻ്റെ പവർ t⁻³ പവർ 2 ആയിട്ട് മാറും. 2 × t² 2 ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും. ടീൻ്റെ പവർ കുറയും. പ്ലസ് ടീൻ്റെ ഡിഫറൻഷ്യൽ 1, ഡിഫറൻഷ്യൽ കോൺസ്റ്റന്റ് 0. ഈ രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അല്ല, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. മൈക്കൊന്ന് ഓഫ് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് സീ ദാറ്റ് എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് അയക്കാം. സോ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ വാല്യൂ ഞാൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ടീൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എത്ര കിട്ടിയത് നിങ്ങൾക്ക്? -20 + 12 -8 -8 -4 -12 -12 + 1 -12 + 1 നമുക്ക് ചെയ്ത ആൻസർ എന്ത് വരും? A is equal to ഇവിടെ ഓപ്ഷൻ എ -11. ഇപ്പോൾ 5th ക്വസ്റ്റ്യൻ ആൻസർ -11. യെസ്, റഹ്മത്ത് സലീം, താങ്ക് യു. ഇന്നലത്തെ ചില കൺസേൺസ് വരുന്നുണ്ട്. ടൈം വാല്യൂ സാർ ഇന്നലെ എടുത്ത ക്വസ്റ്റ്യൻസ് മോഡൽ പഠിച്ച സെറ്റല്ല. അയാൾ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എടുത്തത്, നമ്മളതിൽ എല്ലാ സെക്ഷൻസും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ ജനറൽ റെഗുലർ ആയിട്ടുള്ള ബാച്ചിൽ എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും തുടങ്ങി. സിമ്പിൾ ഇൻട്രസ്റ്റിൽ പറഞ്ഞ അതേ ടേംസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വന്നത്. അതേ ടേംസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആന്വിറ്റിയിലേക്ക് പോയത്. സോ
നമുക്ക് എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഫോളോ ചെയ്യാം ത്രൂ ഔട്ട് ദ ചാപ്റ്റർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് വെൻ യു ആർ ഡൂയിങ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു ചാപ്റ്റർ തന്നെ ഒരുപാട് രീതിയിൽ പല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വല്ലാതെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ പലപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് എടുത്തു പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുള്ളൂ. കാൽക്കുലസ് ഞാൻ പറഞ്ഞല്ലോ ഒരു 9:30 ആകുമ്പോഴേക്ക് എന്തായാലും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ആൻഡ് ദെൻ വിൽ ബി ലുക്കിംഗ് ഇൻ ടു റീസണിങ് കഴിഞ്ഞാൽ അവിടെ നേരെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റസ് ജസ്റ്റ് ഇത് ആദ്യം നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 6th ക്വസ്റ്റ്യൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2^3x into 3^2x into 5^x. ഇത് ഇൻഡിസസിലെ റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഇൻഡിസസിന്റെ റൂൾ ഉപയോഗിച്ച് ചെയ്താൽ 2^3ന്റെ വാല്യൂ 8 ആണ്, അപ്പോൾ 8^x എന്ന് എഴുതാം. 3^2 എന്ന് പറഞ്ഞാൽ 3² ആണ്, അതിന് 9^x എന്ന് എഴുതാം, 5^x. ഇനി ഇൻഡിസസിന്റെ റൂൾ പ്രകാരം ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പേഴ്സ് ആണ്, 8, 9, 5 നമ്പേഴ്സ് ആണ്. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 8 9 72, 72 into 5 360^x. പിന്നെ ലോഗരിതത്തില് നമ്മൾ പഠിച്ചിരിക്കുന്ന കാൽക്കുലസിലെ റൂൾ എന്താണ്, a^x ഇന്റഗ്രൽ ആയിട്ട് ഞാൻ ഇന്നലെ എഴുതി തന്നിട്ടുണ്ട്. a^x ഇന്റഗ്രൽ ഓഫ് a^x is what, a^x divided by log a plus c. a^x ഇന്റഗ്രൽ എന്താണ്, a^x by log a plus c. അപ്പോൾ ഇവിടെ 3^60 ഇന്റഗ്രൽ എടുക്കുന്ന സമയത്ത് a എന്നുള്ള സ്ഥാനത്ത് 360 ആണ് എയുടെ സ്ഥാനത്തുള്ളത്. അപ്പോൾ (x) 360 by log of 360 plus c. ഇതാണ് ആൻസർ. പക്ഷേ ഓപ്ഷനിൽ അവർ വീണ്ടും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ 360 വീണ്ടും എന്തിലേക്ക് മാറ്റി, ക്വസ്റ്റ്യൻ അതേ ഫോർമാറ്റിലേക്ക് മാറ്റി. അപ്പോൾ ആൻസർ ഇതാ വരുന്നത്, ഓപ്ഷൻ ബി ആണ് ആൻസർ. കാരണം 360 2^3x into 3^2x into 5^x എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ log 360 പ്ലസ് സി എന്ന് എഴുതൽ നിർബന്ധമാണ് കേട്ടോ. ഇത് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇൻ്റഗ്രേഷനിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ വരുന്ന സാധനം, ഇൻ്റഗ്രലിൻ്റെ മുകളിൽ എന്തായാലും വാല്യൂസ് വരുന്നതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ മുകളിൽ എന്തായാലും വാല്യൂസ് ഇല്ലാത്ത കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് സി അല്ലെങ്കിൽ പ്ലസ് കോൺസ്റ്റന്റ് എന്നുള്ളത് നിർബന്ധമായിട്ട് എഴുതണം. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ ആൻസർ നൺ ഓഫ് ദീസ് മാർക്ക് ചെയ്യണം. ഓക്കെ, പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതൊന്നും വിചാരിക്കരുത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. ഇൻ്റഗ്രേഷനിൽ സാധാരണ ഇൻ്റഗ്രേഷനിൽ പ്ലസ് സി നിർബന്ധമാണ്. അതില്ലെങ്കിൽ ആൻസർ നിങ്ങൾ എന്തെടുക്കണം, നൺ ഓഫ് ദീസ് എടുക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ a^2x dx എടുക്കുന്ന സമയത്ത് ഇവിടെ 2x ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 2x ഞാൻ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2x t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 is equal to dt by dx ആയിട്ട് മാറും. വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ 2x ഡിഫറൻഷ്യൽ 2 കോൺസ്റ്റന്റ് വരും, x ഡിഫറൻഷ്യൽ 1, dt by dx എടുത്തു. ഇത് ടെക്നിക്കലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ബട്ട് ഒരു സിംപ്ലിഫൈഡ് ഫോമിലാക്കി ഞാൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx is equal to നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ dx അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. 2 will be coming here, dx is equal to dt by 2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്റഗ്രൽ ഓഫ് a^2x ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടീൻ്റെ സ്ഥലത്ത് എന്താ എടുക്കുന്നത്, ടീൻ്റെ സ്ഥലത്ത് a^2x പ്ലേസിൽ നമ്മൾ t എന്ന് എഴുതുന്നു. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് a^t ഇൻറ്റു dx പ്ലേസിൽ എന്ത് വരും, dt by 2. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇന്റഗ്രൽ ഓഫ് a^t dt. സോ 1/2 ഇന്റഗ്രൽ ഓഫ് a^t, a^x ഇന്റഗ്രൽ a^x by log a. സോ ദിസ് ഇസ് a^t by log a. അപ്പോൾ a^tന്റെ പ്ലേസിൽ എന്ത് ചെയ്താം, a^2x. അപ്പോൾ ആൻസർ എന്തായി, 1/2 a^2x by log a എന്ന് വരും. സോ ഇതാണ് നമ്മൾ ആൻസർ വരുന്നത്. സോ 1/2 a^2x by log a. സോ a^2x by log a. ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. അപ്പോൾ കാൽക്കുലസിൽ ഡിഫറൻസിയേഷൻ അത്യാവശ്യം അറിയുന്ന ആളുകളുണ്ട്, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരും അത്യാവശ്യം പഠിച്ച ആളുകളുണ്ട്. അവർക്കിത് എല്ലാം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരൊന്നും നോക്കാം, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞ കാൽക്കുലസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇതിൻ്റെ 0 to 5 ഇന്റഗ്രൽ x ഡിവൈഡഡ് ബൈ x² പ്ലസ് 5 minus x² എന്നുള്ള ക്വസ്റ്റ്യനും ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ ഷോർട്ട് കട്ട് മാത്രം പഠിക്കാം. അപ്പോൾ ഇത് കാൽക്കുലസ് അറിയാത്ത ആളുകളുണ്ടെങ്കിലും ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ഇത് ചെയ്യാനല്ല, ഇതിൻ്റെ ഷോർട്ട് കട്ട് പഠിച്ചു വെക്കാം. ഇൻ കേസ് ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ നേരെ എന്ത് ചെയ്യണം, ആൻസർ മാർക്ക് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇൻ്റഗ്രേഷനിൽ 0 to 5 എന്ന ലിമിറ്റ് കാണാം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയെടുക്കുക, ഇൻ്റഗ്രേഷനിൽ 0 to 5 എന്നുള്ള ലിമിറ്റ് കാണാം. യെസ് ഫർഹാന, ഗുഡ് മോർണിംഗ്.
കിഡിങ് വിത്ത് ഹൈസഫാദ് എന്നാണ് ഇവിടെ പേര് കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഇപ്പം ഇവിടെ ഇൻ്റഗ്രേഷനിൽ ലിമിറ്റ് കാണാം, 0 to 5 എന്നുള്ള ലിമിറ്റ് കാണാം. അപ്പോൾ 0 to 5 എന്നുള്ള ലിമിറ്റ് ഉണ്ട്. സെയിം നമ്പർ ക്വസ്റ്റ്യനിലുണ്ട്. എന്താ നമ്പർ? 5 എന്നുള്ള നമ്പർ ലിമിറ്റിൽ വരുന്നുണ്ട്, 5 എന്നുള്ള നമ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി 1/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇത് ഷോർട്ട് കട്ടാണ്, പഠിച്ചു വെക്കാം. സോ 1/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ എന്താണ്? 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്നാണ് ഇൻ്റഗ്രേഷൻ മുകളിൽ ചെയ്യുന്ന സാധനമാണ് അപ്പർ. മുകളിലുള്ളത് അപ്പർ ലിമിറ്റ്, താഴെയുള്ളത് ലോവർ ലിമിറ്റ്. അപ്പോൾ 1/2 ഇൻറ്റു 5 ആൻസർ എന്തായി? 5/2. ഇത് ആൻസർ ചെയ്യേണ്ടത് നിങ്ങൾ കാൽക്കുലസ് ഒന്നും പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് റിമെമ്പർ ദ ഷോർട്ട് കട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമുക്ക് ഇതേപോലെ ഇപ്പോൾ സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വേറെ വന്നിട്ട് അപ്പോൾ ഐഡന്റിഫൈ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിൽ നമുക്ക് നമ്പർ ഉണ്ട്, അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അതേ നമ്പർ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് എടുക്കാം. സോ 1/2 ഇൻറ്റു 5 മൈനസ് 0 ദാറ്റ് ഇസ് 1/2 ഇൻറ്റു 5. ഓക്കെ, ഡയറക്റ്റ് ആൻസർ എടുക്കാം. ഇത് ഷോർട്ട് കട്ടാണ്, പഠിച്ചു വെക്കാം. ഓക്കെ, ഇതെന്താണ് നമ്മളിതൊക്കെ പറഞ്ഞത്? നിങ്ങളുടെ ലക്കിയാണെങ്കിൽ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ഇറ്റ് കംസ് ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 1/2 ഇൻ്റഗ്രൽ x ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് 1. ഞാനൊരു റൂൾ എന്തെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1/2 ഇൻ്റഗ്രൽ ഓഫ് f ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ മോഡിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഫോമിൽ എടുക്കാം. അവിടെ താഴെ ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്, യു കൻ സീ ദാറ്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മോഡിലും താഴെ ഫംഗ്ഷനും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി എടുക്കാം? ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. സോ വെൻ യു ആർ ടേക്കിംഗ് ഇറ്റ് എന്തായിട്ട് മാറി? നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മോഡിലുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് താഴെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ലോഗ് ഓഫ് ദ ഫംഗ്ഷൻ ആയിട്ട് ആ ഫംഗ്ഷൻ മാറും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. സോ ഇവിടെ ഉള്ളത് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിൽ വരണം. അപ്പോൾ താഴെയുള്ള ഫംഗ്ഷൻ എന്താ? x സ്ക്വയർ പ്ലസ് 1 ആണ്. x സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. x സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0. സോ നമുക്ക് മുകളിൽ 2x വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ ആ ഫോർമാറ്റിലേക്ക് മാറും. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഫംഗ്ഷന് മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്താ ചെയ്തത്? ഈ തന്നിരിക്കുന്ന ഇക്വേഷന് മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത്? മുകളിൽ എന്ത്? 2x കിട്ടും, താഴെ എന്ത് വരും? x സ്ക്വയർ പ്ലസ് 1 വരും. സോ നമ്മുടെ ഫോർമാറ്റിലേക്ക് വന്നില്ല. ഇൻ്റഗ്രേഷനുള്ളിൽ എന്തായി? മുകളിൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഫംഗ്ഷൻ. സോ ഇത് എന്തായിട്ട് മാറി? ലോഗ് ഓഫ് x സ്ക്വയർ പ്ലസ് 1 ആയിട്ട് മാറി. ലോഗ് ഓഫ് x സ്ക്വയർ പ്ലസ് 1 ആയിട്ട് മാറി. 1/2 ലെറ്റ് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് സൈഡ്. പുറത്തൊന്നുമില്ല. 1/2 ക്ലാസ് പുറത്താക്കി വെച്ചാൽ മതി. 1/2 പുറത്തുണ്ട്. ലോഗ് ഓഫ് x സ്ക്വയർ പ്ലസ് 1. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിൻ്റെ ഹയർ വാല്യൂ കൊടുക്കാം. ഇത് ആദ്യമായിട്ട് കാൽക്കുലസ് പഠിക്കുകയാണെങ്കിലും ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. വാട്ട് ഈസ് പോസിബിൾ എന്നൊരു ഒരിക്കലും ഒരാളടുത്ത് ഒരു ഹെൻറി ഫോർഡിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഹെൻറി ഫോർഡ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വാട്ട് ഈസ് പോസിബിൾ എന്ന് ചോദിച്ച സമയത്ത് ഹെൻറി ഫോർഡിന്റെ മറുപടി ഇതാണ്: വാട്ട് യു തിങ്ക് ഇസ് പോസിബിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെൻറി ഫോർഡ് ഒരാൾ ചോദിച്ചാൽ വാട്ട് ഈസ് പോസിബിൾ. അപ്പോൾ ഹെൻറി ഫോർഡിന്റെ ഡെഫിനേഷൻ വാട്ട് യു തിങ്ക് ഇസ് പോസിബിൾ. നിങ്ങൾ പോസിബിൾ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ പോസിബിൾ അല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. അപ്പോൾ നിങ്ങളത് പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം യു ഷുഡ് ബിലീവ് ദാറ്റ്. അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റും. അത് നിങ്ങൾ ആ ഒരു ബിലീഫ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മൾ നമ്മളെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിലാണ് ചേഞ്ച് വരുന്നത്. പോസിബിൾ ആണ്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കണം പോസിബിൾ ആണല്ലോ. സോ ഇറ്റ് ഇസ് പോസിബിൾ. ഞാൻ പറയുന്നത് പോസിബിൾ ആണ്, ബട്ട് യു ഹാവ് ടു തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ. ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ, ഇറ്റ് ഇസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലസ് ആണ്. ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ പഠിക്കില്ല എന്നുള്ളതല്ല. പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പറയുന്നത്. വലിയ സാധനങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന തന്നെ ഇല്ല. കാൽക്കുലസിൽ എക്സസൈസ് ചെയ്യാൻ എടുക്കുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വലിയ ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല. ഇതൊക്കെ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ഇയർ ആണ്, വിച്ച് ആർ ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാ ചാപ്റ്ററും പറയുന്ന പോലെ തന്നെ. എന്തുകൊണ്ട് കാൽക്കുലസ് എന്തിനു മാറ്റി നിർത്തണം? അത് കാൽക്കുലസിന് ഈസി ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്തൂടെ? എന്തിനാ അത് ഒഴിവാക്കുന്നത്? സോ 1/2 എന്നുള്ളത് വെച്ചിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് തന്നെ എക്സിന് കൊടുക്കാവുന്ന ഹയർ വാല്യൂ 2 കൊടുക്കാം. 2 സ്ക്വയർ പ്ലസ് 1 എന്തായി? 5 ആയി. ലോവർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് തന്നെ എക്സിന്റെ ചെറിയ വാല്യൂ എന്താ? 1 പ്ലസ് 1 2. ഇപ്പോൾ ലോഗ് ഓഫ് 5 മൈനസ് ലോഗ് 2. ലോഗ് 5 മൈനസ് ലോഗ് 2 നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ? ലോഗരിതത്തിൽ സബ്ട്രാക്ഷൻ വന്ന എന്താ വരിക? ഡിവിഷൻ. സോ 1/2 ലോഗ് 5/2. അവിടെ ആൻസർ ഉണ്ട്, ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ട സാധനം
നിർബന്ധമായിട്ട് പഠിക്കേണ്ട സാധനം ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വിച്ച് ഡയറക്ട്ലി കംസ് ആസ് എ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇതിന്റെ കൂടെ വരാറുണ്ട്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഞാൻ ഇന്നലെ പറഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു f of x plus c. This is a standard equation. Integral e raised to x into f of x plus f dash x is equal to e raised to x into f of x plus c. Function and the derivative പുറത്ത് e raised to x multiply ചെയ്യുന്നു. So the answer will be e raised to x into the function. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആപ്ലിക്കേഷൻ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷനും അതിന് ഡെറിവേറ്റീവും ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ അതിന് ഡെറിവേറ്റീവ് ആണ് 2x. അപ്പോൾ ആൻസർ എന്താ? ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് c. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല മക്കളെ. ഡയറക്റ്റ് 0 സ്റ്റെപ്സിൽ ക്വസ്റ്റ്യൻ അല്ലേ, ചെയ്യാൻ പറ്റില്ലേ? പോസിബിൾ. ഇത് പഠിച്ചു വെക്കാൻ പറ്റുന്നവർ പഠിച്ചു വെക്കാം. ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സിന് ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പഠിച്ചു വെക്കാം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇക്വേഷൻ പോലെ നമ്മൾ പഠിച്ചു വെക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്റഗ്രൽ ലോഗ് എക്സിന്റെ അതിന്റെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് c എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇന്റഗ്രൽ ഓഫ് 1 ആണ് എടുക്കുന്നത്. ലോഗ് എക്സ് ഇൻറ്റു 1 എടുത്ത് ഇന്റഗ്രൽ ഓഫ് 1 എക്സ് വരും. ഇപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് വലിയൊരു ഇന്റഗ്രൽ വരും. അതിനുള്ളിൽ ഡിഫറൻഷ്യൽ ഓഫ് ലോഗ് എക്സ് വരും. ഡിഫറൻഷ്യൽ ലോഗ് എക്സ് 1/x ആണ്. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 എന്നുള്ളത് എക്സ് വരും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ക്യാൻസൽ ആവും. സോ ബ്രാക്കറ്റിനുള്ളിൽ വരാം ദിസ് ഇസ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx പ്ലസ് c എന്ന് വരും. ഇതെന്തായിട്ട് മാറി? ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് c അല്ലെങ്കിൽ പ്ലസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് നിങ്ങൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഞാനൊരു തവണ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. ഇനി നമുക്ക് എക്സാമിനാകെ എത്ര ദിവസമുണ്ട്? 6 ഡേയ്സിലെ 6 ദിവസമോ 7 ദിവസം എല്ലാം ആകലുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം? അങ്ങോട്ട് ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. ഇന്റഗ്രൽ ലോഗ് എക്സിന്റെ ഇക്വേഷനായിട്ട് ഇത് പഠിച്ചു വെക്കാം. ഇന്റഗ്രൽ ലോഗ് എക്സ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് c. അല്ലെങ്കിൽ ഈ സംഭവം അറിയാവുന്നവർ പ്രൊഡക്റ്റ് റൂൾ ഇന്റഗ്രലേഷൻ പ്രൊഡക്റ്റ് റൂൾ അറിയാവുന്നവർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് വലിയൊരു ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആ രീതിയിൽ ചെയ്താൽ 3-4 സ്റ്റെപ്സിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 11ാമത്തെ ക്വസ്റ്റ്യൻ ആരോന്ന് ചോദിച്ചു. 11ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് വന്നാൽ ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനും അതിന് ഡെറിവേറ്റീവും ബ്രാക്കറ്റിനുള്ളിൽ ഇ റേസ് ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു ദ ഫംഗ്ഷൻ പ്ലസ് കോൺസ്റ്റന്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്നത് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് 2x. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് 2x. സോ ആൻസർ വിൽ ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് c. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു ദ ഫംഗ്ഷൻ. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറയുന്ന 12 എണ്ണത്തിൽ ഒരു 5 ഉണ്ടെങ്കിൽ 5 നമ്മൾ പഠിക്കാം. ഓക്കെ, ഒരെണ്ണം വന്നൊരു മാർക്ക് ചെയ്യില്ലേ? ഒരെണ്ണം വന്നൊരു മാർക്ക് കിട്ടൂലേ? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ അഗെയിൻ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ദിസ് ഇസ് ഈക്വൽ ടു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കേസിൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇതും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കാം. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ. അതിൽ എളുപ്പമുള്ളത് മാത്രം ഞാൻ പിക്ക് ചെയ്തുകൊണ്ടെന്നാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ എ ടു ബി അതങ്ങനെ തന്നെ എഴുതാം. എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എന്ന് ഓർക്കാം. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, ഓർത്ത് വെക്കാം. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ എക്സാമിനോട് വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യാനൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്തെടുക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. അടുത്തത് നോർമൽ ഇന്റഗ്രേഷൻ. ഫസ്റ്റ് ഇന്റഗ്രേഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂള് ഇതാ ഞാൻ പറഞ്ഞ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ ഇന്റഗ്രേഷനിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ റൂള് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ആ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഈ ടേംസിന് ഓരോന്നിനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ -1 to 3
1 + 3x - x³ dx എന്നുള്ളതിൽ ഓരോരോ ടേംസ് ആയിട്ട് നമ്മളെടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 ഇൻ്റഗ്രൽ എക്സ്, 3 × x ഇൻ്റഗ്രൽ x²/2. ഇങ്ങനെ ഓരോ ടേംസിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 1 by 1 ആയിട്ട് ഓരോ ടേംസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. 1 ഇൻ്റഗ്രൽ എക്സ്, x3 കോമൺ ആയിട്ട് വെച്ചു, x ഇൻ്റഗ്രൽ x²/2, x³ ഇൻ്റഗ്രൽ പവർ കൂടും, x⁴/4. ഇങ്ങനെ ഓരോരോ ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് ഓൾ. ഇൻ്റഗ്രേഷൻ അവസാനിച്ച് ഒറ്റ സ്റ്റെപ്പ്, ആ ഒരു ഇൻ്റഗ്രേഷനിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. 1 ഇൻ്റഗ്രൽ എക്സ്, പിന്നെ രണ്ടാമത്തെ ടേം ഏതാ 3 × x ഇൻ്റഗ്രൽ x²/2, മൂന്നാമത്തത് x³ ഇൻ്റഗ്രൽ x⁴/4. ഈ ഒരു ഫോർമുല മാത്രം, x⁻n ഫോർമുല മാത്രം, x⁻n+1/n+1 ഫോർമുല മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സാധാരണ മാത്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഹയർ മൈനസ് ലോവർ, ഹയർ മൈനസ് ലോവർ, ഹയർ മൈനസ് ലോവർ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഓൾ. അതൊന്ന് ചെയ്യാം. അതൊന്ന് ചെയ്തിട്ട് ഒന്ന് ആൻസർ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഇത് ചെയ്ത് ചെയ്യാനുള്ളൊരു 1 മിനിറ്റ് സമയം തരാം. യെസ് ജോഡി, ഗുഡ് മോർണിംഗ്. നമ്മളെ സമയം കഴിയാറായിട്ടുണ്ട് അല്ലേ? 9:30 ഞാൻ ഇതിൻ്റെ സമയം പറഞ്ഞത്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആൻസർ പോസ്റ്റ് ചെയ്യണം. കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഞാനവിടെ ആൻസർ, ഫൈനൽ ആൻസർ ഞാൻ ഇട്ടിട്ടില്ല. ഫൈനൽ ആൻസർ എത്ര വരുന്നത്? -4 കിട്ടുന്നുണ്ടോ നോക്കണേ. യെസ്, -4 കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾ. നമുക്ക് ഇത്ര അതിൽ ചെയ്യാനുള്ളൂ. ഇൻ്റഗ്രേഷൻ്റെ ഒറ്റ സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സിംപ്ലിഫിക്കേഷൻ ആണ്, ചെയ്താൽ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞു. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാൽക്കുലസ് എന്നുള്ള ചാപ്റ്ററിനെ ഒറ്റയടിക്ക് നിങ്ങൾ ഒഴിവാക്കണ്ട. ഈ പറഞ്ഞ 14 ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിയിട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് 14 ക്വസ്റ്റ്യൻസ് ഇതെങ്കിലും നോക്കിയിട്ട് പോവാം. അതിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻസ് മാത്രം നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവാം. ഫൈൻ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ, കുറേ ആൾക്കാർ രാവിലെ കാൽക്കുലസ് ആണ് എന്ന് ബേസ് ചെയ്തിട്ട് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് പറയാം, കാൽക്കുലസിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് റീസണിങ് തുടങ്ങാൻ പോണേ. റീസണിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ റീസണിങ്ങിൽ നമ്മൾ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇതിൽ പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന വി ഹവ് ടോക്ക്ഡ് അബൌട്ട് ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് 2 സെറ്റ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എയിം ചെയ്യാൻ ഞാൻ ഈ 2 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് കൂടാതെ ഒരു അഡീഷണൽ കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളെ സബ്ജക്റ്റിൻ്റെ ഓവറോൾ വെയിറ്റേജ് നിങ്ങൾക്കറിയാം 100 മാർക്കാണ്. 100 മാർക്കാണ്. അത് 3 കാറ്റഗറി ആയിട്ടുള്ളത്: ബിസിനസ് മാത്തമാറ്റിക്സ്, റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ എന്താ പറയുക, സിലബസിൻ്റെ ഓർഡറിൽ പോവുകയാണെങ്കിൽ ആദ്യത്തെ 8 ചാപ്റ്ററും കൂടെ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. ഈ 8 ചാപ്റ്ററും കൂടെ ICI ഗൈഡ് ലൈൻസിൽ പറയുന്ന മാർക്ക് 40 മാർക്കാണ്. ഓക്കെ, ICI ഗൈഡ് ലൈനാണ് ഇത്. ഞാനായിട്ട് പറയുന്നതല്ല, ICI ഗൈഡ് ലൈനാണ്. മാത്സിൽ 40 മാർക്ക്. റീസണിങ്ങിന് 4 ചാപ്റ്ററും കൂടെ എത്ര മാർക്ക്? 20 മാർക്ക്. സ്റ്റാറ്റി 6 ചാപ്റ്ററിൽ എത്ര മാർക്ക്? 40 മാർക്ക്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും നമ്മൾ റെഗുലർ മാത്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തും മാക്സിമം സമയം എഫേർട്ടും രണ്ടും കണ്ടിട്ടും ഒരു ഫാക്കൽറ്റിയുടെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ മാക്സിമം സമയം എഫേർട്ട് എവിടെയാണ് സ്പെൻഡ് ആവുന്നത്? ആക്ച്വലി ഇതിലാണ് സ്പെൻഡ് ആവാറ്. കാരണം ഇത് കുറേ എടുക്കാനുണ്ട്. നമ്മൾ മാത്സ് ആയതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് പറഞ്ഞ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സമയം എടുക്കാറുണ്ട്. സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, എ ലോട്ട് ഓഫ് എഫേർട്ട്. സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സമയം എഫേർട്ട് പെടുന്നതാണ് ഇടുന്നത്. പക്ഷേ അത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഫേർട്ട് മാക്സിമം എടുത്ത് കഴിയുമ്പോഴേക്ക് വി നോർമലി റൺ ഔട്ട് ഓഫ് റിസോഴ്സസ്. പലപ്പോഴും ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് സമയം മാത്സിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റീസണിങ് സ്റ്റാറ്റി എടുക്കാനുള്ള സമയം കിട്ടാത്ത ഒരവസ്ഥ വരും. സ്റ്റുഡൻസിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. മാത്സിന് വേണ്ടി കുറേ സമയം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാക്കി 2 സാധനങ്ങൾ പഠിക്കാനുള്ള സമയം കുറയും. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഇറ്റ് കംസ് ടു ദ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞു ഈസി, ആവറേജ്, ഔട്ട് ഓഫ് ആവറേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തതിലൊക്കെ പറയുമ്പോൾ, ഇവിടുന്ന് അധികം ഈ 2 സെക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന റീസണിങ് അതേപോലെ സ്റ്റാറ്റി, ഈ 2 സെക്ഷനും നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് വല്ലാതെ കൂട്ടാൻ പറ്റില്ല. ഒരു പ്രത്യേകതയാണ്. റീസണിങ്ങിൽ നമുക്ക് 4 ചാപ്റ്റർ ഉള്ളൂ. നമ്പർ സീരീസ് തുടങ്ങി ബ്ലഡ് റിലേഷൻസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഏതാ വരുന്നത്, നമ്പർ സീരീസ് വരുന്നു, പിന്നെ ബ്ലഡ് റിലേഷൻസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഏതാ വരുന്നത്, കോഡിംഗ് ഡീകോഡിംഗ്, നമ്പർ സീരീസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, മറ്റേതിൻ്റെ പേരെന്താ വരുന്നത്, ഒരു സാധനം കൂടെ വരുന്നില്ലേ? നമുക്ക് റീസണിങ്ങിൽ 4 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്.
ഡയറക്ഷൻ സെൻസ്. ഈ 4 സാധനം കൂടെ നമുക്ക് 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ 20 മാർക്കിൻ്റെ സെക്ഷനിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റില്ല. വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബട്ട് ജനറലായിട്ട് അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് എന്ന കാറ്റഗറിയിലാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരിക. അതിൽ ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്കോപ്പ് ശരിക്കും കുറവാണ് റീസണിങ്ങിൽ. വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10% ക്വസ്റ്റ്യൻസ് ഒക്കെ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഓരോ അറ്റംപ്റ്റിലും എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻ കൊണ്ടുവരാൻ വേണ്ടി അവർ കൊണ്ടുവരാം. പക്ഷെ എന്നാലും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാറ്റിയിലാണെങ്കിൽ നമ്മൾ സിലബസിൽ നോക്കുകയാണെങ്കിൽ ഐസിയുടെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വലിയ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എക്സാമിന് വരുന്ന സമയത്ത് വലിയ ക്വസ്റ്റ്യൻസ്, ഒരുപാട് കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. മിക്കവാറും ഡയറക്റ്റ് ചെറിയ ന്യൂമറിക്കൽസ് ആണ് വരിക, കൂടുതലും തിയറിയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്കോറിങ് എക്സാം അടുക്കുമ്പോൾ എക്സാമിന് പാസ്സാവാൻ വേണ്ടിയുള്ള ഒരു പഠനം ഉണ്ടല്ലോ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ലാസ്റ്റ് മിനിറ്റിലൊക്കെ നമ്മൾ ഈ ഏരിയ ഒന്ന് ശരിക്കും സ്ട്രെസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഞാൻ കാണാറ് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് റീസണിങ് അല്ലേ, കല്യാണം കഴിഞ്ഞാണെന്നൊക്കെ ചോദിക്കേണ്ട ആരോടുന്ന്. കല്യാണം ഒന്നേ കഴിച്ചിട്ടുള്ളൂ, വേണമെങ്കിൽ 1, 2, 3 ഒക്കെ വേണം അധികം കഴിക്കട്ടെ, നമുക്ക് 4 വരെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം, എക്സാം ഒക്കെ കഴിയട്ടെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് റീസണിങ്ങിനെ കുറിച്ചും സ്റ്റാറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. റീസണിങ്ങിൽ ബ്ലഡ് റിലേഷൻസ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വരെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ റീസണിങ്ങിൽ നമ്മൾ ഇപ്പോൾ പൊതുവേ ഞാൻ കാണാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുള്ള ഒരു മൈൻഡ് സെറ്റ് കാണാറ് എന്താ വെച്ചാൽ, സാർ റീസണിങ് ഭയങ്കര എളുപ്പമാണ്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. പൊതുവെ കേൾക്കുന്നതാണ്, റീസണിങ് ഭയങ്കര എളുപ്പമാണ് സാറേ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. പക്ഷേ ഞാൻ റിസൾട്ട് കാണുന്ന ആളാണ്. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ബാച്ചസിൻ്റെ റിസൾട്ട് കാണുന്നത്. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് 120 പിള്ളേരെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ 20 പേരൊക്കെ പാസ്സായ ബാച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 120 20 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ പെർസെൻറ്റേജ്, പാസ് പെർസെൻറ്റേജ് വളരെ കുറവല്ലേ, ഇറ്റ് ഇസ് ലെസ് ദാൻ 20ലും താഴെയാണ്. അങ്ങനത്തെ ബാച്ചസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേ. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും പേര് തോക്കുന്നത്, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇത്രയും പേർക്ക് എങ്ങനെ ഈ സബ്ജക്റ്റിൽ ഫെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചിന്തിക്കാറ്, എങ്ങനെയാണ് ഈ പിള്ളേർ ഇത്രയും പേര് ഈ സബ്ജക്റ്റിൽ തോക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ബിക്കോസ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ് ഇസ് ഈസി ടു പാസ്. ഈ സബ്ജക്റ്റ് പാസ്സാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആ ഒരു അപ്രോച്ച് ഒന്ന് മാറ്റിപ്പിടിക്കുക. റീസണിങ് എളുപ്പമാണ്, പക്ഷെ എളുപ്പമായതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കരുതെന്നല്ല. എളുപ്പമായത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കരുതെന്നല്ല, എളുപ്പമാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാക്സിമം സ്കോർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. എളുപ്പമാണോ അവിടുന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. റീസണിങ്ങും സ്റ്റാറ്റിയും മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റീസണിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാൻ പോവാണ്. നമ്മൾ ഇന്നലെ മാത്സ് എടുത്ത പോലെയല്ല. ഐ വിൽ ബി സ്പെൻഡിങ് ടൈം ഓൺ എവറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. റീസണിങ്ങിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്യും. സെലക്റ്റഡ് അല്ല. മാത്സിൽ ഐ ഓൺലി സെലക്റ്റഡ് ദ മോസ്റ്റ് ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻസ്. എബോവ് ആവറേജും ഔട്ട് ഓഫ് ലീഗ് ഞാൻ ചെയ്തിട്ടില്ല മാത്സിൽ, കാരണം സമയമില്ല. ബട്ട് റീസണിങ്ങിൽ ഐ വിൽ ബി സ്പെൻഡിങ് ടൈം ഓൺ ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ റീസണിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് 20 എണ്ണത്തിൽ ഒരു 18 എണ്ണം ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ക്രാഷ് കോഴ്സ്, പക്ഷെ എന്നാലും നമുക്കത് പോസിബിൾ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാറ്റിലേക്ക് പോകാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ സ്റ്റാറ്റിലേക്ക് പോവുള്ളൂ. റീസണിങ്ങിൽ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ നമ്മൾ സ്റ്റാറ്റിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ റീസണിങ്ങിൽ ഫസ്റ്റ് സെക്ഷനായിട്ട് വരുന്നത് നമ്പർ സീരീസ്. ഇപ്പം നമ്പർ സീരീസിന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോജിക്കൽ റീസണിങ്ങിൽ ഡയഗ്രാം ചെയ്യണമെന്നൊക്കെ, ഡയഗ്രാം ഡ്രോ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. റിത്തിൻ, നമ്പർ സീരീസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്, നമ്പർ സീരീസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, നേരെ കയറി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താണ് ഡയറക്റ്റ് ആണ്, എല്ലാം പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസിൽ കുറേ ഉള്ളത്. അങ്ങനെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഉള്ളത്. 50ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു 35-40 ക്വസ്റ്റ്യനും പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ പുറത്തുനിന്നുള്ളൂ, അല്ലാതെ ടൈപ്പ് ഉള്ളൂ. പക്ഷേ ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ നമ്പർ സീരീസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെക്കാട്ടും കൂടുതലും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ആ നമ്പർ സീരീസിനെ 4 ടൈപ്പായിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാഫ് അവിടെ കാണാം. ഇത് നമ്പർ സീരീസ് ആണ്, മാത്സ് അല്ല. ഗ്രാഫ് ഒന്ന് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, നമ്പർ സീരീസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഗ്രാഫ് ഞാൻ വലുതായി കാണിക്കാം. ഞാൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മിനിമം സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ +2,
എല്ലാ നമ്പേഴ്സും +2 +4 +6 ഇങ്ങനെ പോകുന്ന നമ്പർ സീരീസ് മിനിമം സ്ലോപ്പിലും എല്ലാം കയറിപ്പോകും. അത് ജനറലായിട്ട് അഡീഷനോ സബ്ട്രാക്ഷനോ ആയിട്ട് വരുന്ന സീരീസ്, അഡീഷൻ സീരീസ്, സബ്ട്രാക്ഷൻ സീരീസ്, മിനിമം സ്ലോപ്പ്. അപ്പോൾ ആ ചേഞ്ച് നോക്കുന്ന സമയത്ത് വലിയ മാറ്റം വരാത്ത കാര്യങ്ങൾ മിനിമം സ്ലോപ്പാണ്. ഇനി എൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് എന്താ മാക്സിമം സ്ലോപ്പ്. മാക്സിമം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ × 2 വരും, അടുത്തത് × 4 വരും, പിന്നെ അല്ലെങ്കിൽ × 3 × 4 × 5 ഇങ്ങനെ പോകുന്ന സീരീസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്പർ 1 എന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് എന്തായിട്ട് മാറി × 2 ചെയ്തപ്പോൾ 2 ആയി, × 3 ചെയ്തപ്പോൾ 6 ആയി, 6 × 4 24 ആയി, 24 × 5 120 ഇങ്ങനെ വരുന്നൊരു സീരീസ്. ഇങ്ങനെ വരുന്നൊരു സീരീസ് മാക്സിമം സ്ലോപ്പാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആ ചേഞ്ച്, നമ്പറിൽ വരുന്ന ചേഞ്ച് നോക്കാം. ഭയങ്കരമായ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് മാക്സിമം സ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ കുറഞ്ഞ ചേഞ്ച് ഉള്ളെങ്കിൽ അത് ± സീരീസ് ആവാനുള്ള ചാൻസ് ആണ് വരുന്നത്. ഇനി മീഡിയം സ്ലോപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സീരീസ് ഞാൻ എഴുതുന്നു 2 4 8 16 32. ഇതെന്താ സംഭവിക്കുന്നത്? ×2ൻ്റെ സീരീസ് അല്ലേ. 2 × 2 4 4 × 2 8 8 × 2 16 16 × 32. അപ്പോൾ സ്ലോപ്പ് ഉണ്ട്, പക്ഷെ ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ പോവാണ്. എൻ്റെ മാക്സിമത്തിൽ ഞാൻ പറഞ്ഞാൽ എങ്ങനെ ×2 × 3 × 4 × 5 × 6 ഭയങ്കര ട്രാപ്പുകളായിരുന്നു. നമ്മുടെ വയനാട് ചുരം കയറുന്ന പോലെ കുത്തനെ കയറി പോകണം മാക്സിമം സ്ലോപ്പ്. മറ്റേത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു മീഡിയം സ്ലോപ്പിൽ അങ്ങനെ കയറി വരും. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ ആക്ച്വലി സിലബസിൽ ഇതുവരെ ചോദിക്കാത്തൊരു സാധനമുണ്ട്, മോഡറേറ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. കാരണം ഈ സാധനങ്ങൾ നിങ്ങളെ ICയുടെ ബുക്ക് എക്സസൈസിൻ്റെ മുകളിൽ വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആർ ടേക്കൺ ഫ്രം അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്നൊരു ടൈപ്പാണ് ×0.5 × 1.5 എക്സെട്ര വരുന്ന സീരീസ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 സ്റ്റാർട്ട് ചെയ്തു, 2 × 0.5 വരുമ്പോൾ എന്ത് വരും? 1 വരും. 1 × 1 1 വരും. 1 × 1.5 1.5 വരും. × 2 വരുമ്പോൾ 3 വരും. ഇങ്ങനെ പോകുന്ന സീരീസുകൾ ചിലപ്പം നമുക്കിതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇത് ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസിലും ഇല്ല, നമുക്കിതുവരെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടില്ല. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പറിൻ്റെ പകുതി സെക്കൻഡ് നമ്പർ, സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും സെയിം. അപ്പോൾ അങ്ങനെ വരുന്ന സീരീസ് അത് ഇതേ 2 1 1 1.5 3 ആവണം എന്ന് നിർബന്ധമില്ല. അത് നമ്പർ ഇടയ്ക്ക് വെച്ചിട്ടും വരാം. ഫസ്റ്റ് നമ്പറിൻ്റെ പകുതി സെക്കൻഡ് നമ്പർ തേർഡ് നമ്പർ സെയിം. ഇത്തരം വരുന്ന സീരീസുകൾ മോഡറേറ്റ് സ്ലോപ്പ് എന്നുള്ള കാറ്റഗറിയിലാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് ഓഫ് സീരീസ്. ഇനി ഇത് കൂടാതെ ഇതിൽ നമുക്ക് പല രീതിയിലും വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ സീരീസുകൾ ഉണ്ടാവും. കോമ്പിനേഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് മൈനസ്, ആദ്യം ഒരു പ്ലസ് പിന്നെ മൈനസ്, ഇപ്പം പ്ലസ് മൈനസ് ഇങ്ങനെ വരുന്ന സീരീസുകൾ വരാം. അതല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുന്ന സീരീസ് വരാം. അത് ഇൻറ്റു പിന്നെ ഡിവിഷൻ, പിന്നെ ഇൻറ്റു പിന്നെ ഡിവിഷൻ. ഇൻറ്റു ചെയ്യുമ്പോൾ മുകളിലേക്ക് കയറി പോകും, ഡിവൈഡ് ചെയ്യുമ്പോൾ താഴത്തേക്ക് വരും, മുകളിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ വരുന്ന സീരീസ് ഉണ്ടാവാം. പിന്നെ നമുക്ക് സ്പെഷ്യൽ സീരീസുകൾ വരാറുണ്ട്. അപ്പോൾ സ്പെഷ്യൽ സീരീസുകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ സീരീസുകളെല്ലാം മനസ്സിലാക്കാം. പിന്നെ സ്പെഷ്യൽ സീരീസ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഒന്ന് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ സീരീസ് പ്ലസ് എക്സസൈസിലുള്ള സ്പെഷ്യൽ സീരീസുകളെല്ലാം നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ പ്രീവിയസ് ഇയറിലുള്ള സ്പെഷ്യൽ സീരീസുകൾ ഞാനെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ പഠിച്ചു തുടങ്ങാമല്ലേ. ഇനി കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തിയറി പറഞ്ഞിട്ട് ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം അല്ലേ. തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഇത് എക്സസൈസിലുള്ള ഒരു സ്പെഷ്യൽ സീരീസ് ആണ്. എക്സസൈസിലുള്ള ICAയുടെ മോഡ്യൂളുള്ള സ്പെഷ്യൽ സീരീസ് ആണ്. 120 80 40 45 ഗ്യാപ്പ് പിന്നെ 15 ഇടയിലുള്ള ഗ്യാപ്പിലുള്ള നമ്പർ ഏതാണെന്നാണ് ചോദ്യം. യെസ്, നോട്ട്സ് കമ്മ്യൂണിറ്റിയിൽ വരും. ഇന്നലത്തെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്ത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ കൊടുത്തിട്ടാണ് പോയത്. ഇന്നലെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തത് അതേപോലെ ഷെയർ ചെയ്ത് തരും. ഓക്കെ. അപ്പം നിങ്ങളിത് പറയുന്നതിൽ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ നോട്ട്സ് നോക്കി പിന്നെ പഠിക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കരുത് പ്ലീസ്. ഇന്ന് തന്നെ എൻ്റെ കൂടെ തന്നെ പഠിക്കണം. വി ഡോണ്ട് ഹാവ് ടൈം. പിന്നെ രണ്ടാമത് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഇപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. ഇപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ സീരീസ് ആണ്. എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 40 ഞാൻ സൊല്യൂഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 40 എന്നുള്ളത് × 2 ചെയ്യുമ്പോൾ 80 ആയി, 40 × 3 ചെയ്യുമ്പോൾ 120. ഇതാണ് അതിൻ്റെ പാറ്റേൺ. 15 × 2 ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? 30. 15 × 3 45. വന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറയാം, ഞാൻ ബ്രേക്കിൻ്റെ സമയത്ത് അവരുടെ അടുത്ത് പറയാം. അത് ഷെയർ ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതാണ്, ഞാൻ പറയാം. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11489 ഗ്യാപ്പ് 1664. ഇതും നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ ചെറിയൊരു വേരിയേഷനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് നോക്കി ഏതാ സീരീസ് ഇത്? ഇതിന് ആൻസർ എന്താ വരിക? 11489 ഗ്യാപ്പ് 1664.
മീഡിയം സ്ലോപ്പ് അല്ലട്ടോ, മീഡിയം സ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 1 ഇൻറ്റു 1.5 അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് നോക്കണം. അതല്ലാത്ത കേസാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഇതൊക്കെ സ്പെഷ്യൽ സീരീസുകളാണ്. നമ്മളെ ICയുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. One 489 ഗ്യാപ് 1664. ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 1 പിന്നെ 4 8 പിന്നെ 9 സംതിങ് 1664. ഇതെല്ലാം നമ്പേഴ്സിന്റെ സ്ക്വയർ ക്യൂബ്. 1 സ്ക്വയർ 1 ക്യൂബ്, 2 സ്ക്വയർ 2 ക്യൂബ്, 3 സ്ക്വയർ 3 ക്യൂബ്. ഇപ്പൊ ഇവിടെ എന്താ വരാം? 27. അറിയാലോ, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 സ്ക്വയർ 1 ക്യൂബ്, 2 സ്ക്വയർ 2 ക്യൂബ്, 3 സ്ക്വയർ 3 ക്യൂബ്, 4 സ്ക്വയർ 4 ക്യൂബ്. ഇത് പ്രീവിയസ് ഇയറിൽ തിരിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ പാറ്റേൺ തിരിച്ചിട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു? 1 1 8 4 ഗ്യാപ്പ് 9 പിന്നെ തിരിച്ചിടുന്ന സമയത്ത് ക്യൂബ് സ്ക്വയർ ക്യൂബ് സ്ക്വയർ ക്യൂബ് സ്ക്വയർ ക്യൂബ് സ്ക്വയർ ഇങ്ങനെയും എക്സാമിന് തിരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ട് രീതിയിൽ വന്നാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5760 960 192. യു ആർ ഹാവിങ് എ ഗ്യാപ് 16 8. അപ്പോൾ ഇത് ആദ്യം പാറ്റേൺ നമ്മൾ ഇവിടെ ഒന്ന് പ്ലസും മൈനസും വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തൂല. ഇത് ആദ്യം നോക്കാം, ഇവിടുത്തെ പാറ്റേൺ മനസ്സിലാക്കാം. 8 നമ്മൾ ആ ചേഞ്ച് നോക്കിയേ, 8 ഡബിളായി, 16 ബിക്കെയിം സംതിങ്, അത് 192 ക്ലോസ് ടു 200 ഉള്ള സാധനം ക്ലോസ് ടു 1000 ആയി. അപ്രോക്സിമേറ്റ്ലി 200 ഉള്ള സാധനം അപ്രോക്സിമേറ്റ്ലി 1000 ആയി. അപ്രോക്സിമേറ്റ്ലി 1000 ഉള്ള സാധനം അപ്രോക്സിമേറ്റ്ലി 6000 ആയി. അപ്പോൾ ആ ചേഞ്ച്, ആ പാറ്റേൺ അവിടെ മനസ്സിലാക്കി എടുക്കുക. നമ്മൾ ആ സ്ലോപ്പ് ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് മനസ്സിലാക്കിയിട്ട് സ്ലോപ്പ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഇൻറ്റു 2, ദിസ് അപ്രോക്സിമേറ്റ്ലി ഇൻറ്റു 3 ആണെങ്കിൽ, ഇത് ഇൻറ്റു 4 ആണെങ്കിൽ, ഇത് ഇൻറ്റു 5 ആണെങ്കിൽ, ഇത് ഇൻറ്റു 6 ആണെങ്കിൽ നമ്മളെടുത്ത അസംഷൻ ശരിയാണ്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. സോ 57 ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 960 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 5760 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത അപ്രോക്സിമേഷൻ, അല്ലെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന പാറ്റേൺ ശരിയാണ്. അപ്പോൾ പാറ്റേൺ ശരിയാണെങ്കിൽ ദ ആൻസർ വിൽ ബി ഹൗ മച്ച്? 48. അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്രോച്ച്. നമ്പേഴ്സിൽ ചേഞ്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. സ്പെഷ്യൽ സീരീസ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം, എക്സസൈസിലുള്ളതല്ല. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അജ്ന, റഹ്മത്ത്, ഹനീന, അഷ്ഫാന, ജിൻഷ, നെഹിത, തനിഷ, ലിയ, പൂജ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 127 1267 21 22 66 ഗ്യാപ്പ് വന്നു 201. ഇവിടെ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ സീരീസുകൾ ചിലപ്പോൾ ഒരു ക്ലൂ തരും. ആ ക്ലൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഓഫ് ടേംസ് നോക്കിയേ, എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ടേംസ് ആർ ഗിവൺ. ഇതൊരു ക്ലൂ ആണ്. സ്പെഷ്യൽ സീരീസ് ആവാനുള്ള ഒരു ക്ലൂ ആണത്. ഒരുപാട് ടേംസ് തന്നു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ സ്പെഷ്യൽ സീരീസ്. അത് മനസ്സിലാക്കി വെക്കാം. സ്പെഷ്യൽ സീരീസ് ആവാനുള്ള ഒരു ക്ലൂ ആണ്. വെൻ എ ലോട്ട് ഓഫ് ടേംസ് ആർ ഗിവൺ, ആവശ്യത്തിൽ കൂടുതൽ ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ സീരീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇത് സ്പെഷ്യൽ സീരീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അത് സ്പെഷ്യൽ സീരീസ് ഇൻ ദ സെൻസ് അത് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ക്യൂബ് അതേപോലെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതാണ് സ്പെഷ്യൽ സീരീസ്. ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമ്പിനേഷൻ സീരീസ് ആണ്. എന്താ സീരീസ്? ഇവിടെ ആൻസർ കുറേ ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇതൊരു കോമ്പിനേഷൻ സീരീസ് ആണ്. എന്താ ഇവിടെ കോമ്പിനേഷൻ? നിങ്ങളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക. ഏറ്റവും ചെറിയ നമ്പറിൽ പിടിക്കാതെ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ചൊരു വലിയ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ +1 × 3 ആണ് വന്നിരിക്കുന്നത്. +1 × 3 ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയേ. 1 + 1 × 3 6 +1 7 × 3. അപ്പം അങ്ങനെ +1 × 3 ചെയ്യുമ്പോൾ ഇവിടെ +1 ചെയ്ത് എന്ത് വരും? 67 × 3 60 × 3 180 + 21 ദാറ്റ് ഇസ് 201. ആവശ്യമുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം. റൈറ്റ്, ക്ലിയർ ആണല്ലോ? സ്പെഷ്യൽ സീരീസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്ന? ഒരുപാട് ടേംസ് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ സീരീസ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മളിത് എക്സസൈസിൽ പ്രീവിയസ് ഇയറിലും കൂടെയുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ സീരീസിനുള്ള ക്ലൂ ആണ്. ഒരുപാട് ടേംസ് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ സീരീസ് ആവാം. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് ഓരോന്ന് പറയുന്നതിൽ ട്രൈ ചെയ്യണം. നമ്മൾ എക്സസൈസിലുള്ളതും പ്രീവിയസ് ഇയറിലുള്ള സിമിലർ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മിസ്സാവരുത്. ഇവിടുന്ന് പുതിയ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമ്മൾ ചെയ്യാത്ത കാണാത്ത ടൈപ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ 20 മാർക്കിൽ ഒരു മേ ബി പുതിയ ക്വസ്റ്റ്യൻസ് വന്നാലും കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും എന്നാലും ഒരു 15 എണ്ണെങ്കിലും നമുക്ക് കിട്ടൂലേ ഔട്ട് ഓഫ് 20 റീസണിങ്ങിൽ.
ഈസി ആവറേജ് മാത്രമല്ല നമ്മൾ പറയുന്നത് എബോ ആവറേജും കൂടെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്പേഴ്സ് കണ്ടാൽ നമുക്ക് എന്ത് തിരിച്ചറിയണം? എന്താ തിരിച്ചറിയേണ്ടത് ഇവിടെ? ഈ നമ്പേഴ്സ് കണ്ടാൽ നമുക്ക് എന്ത് തിരിച്ചറിയണം? ഈ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് ക്യൂബ്സിന്റെ നെയ്ബർ ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമുക്ക് ക്യൂബ്സിന്റെ വാല്യൂ അറിയണം. 2 ക്യൂബിന്റെ വാല്യൂ 8, 3 ക്യൂബിന്റെ വാല്യൂ 27, 4 ക്യൂബിന്റെ വാല്യൂ 64, 5 ക്യൂബിന്റെ വാല്യൂ 125, 6 ക്യൂബിന്റെ വാല്യൂ 216, 7 ക്യൂബിന്റെ വാല്യൂ 343, 8 ക്യൂബിന്റെ വാല്യൂ 512. So basically the series is cube minus 1. The series is cube minus 1. അപ്പോൾ ആ ക്യൂബ്സിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. അറിയാത്തവർ പഠിക്കണം. നെയ്ബേഴ്സ് ഓഫ് ക്യൂബ്, യെസ്, നെയ്ബേഴ്സ് ഓഫ് ക്യൂബ്. ക്യൂബിൻ്റെ വാല്യൂ അറിഞ്ഞാൽ അതിൻ്റെ നെയ്ബേഴ്സ് ആണ്. ഇപ്പോൾ ക്യൂബിൻ്റെ വാല്യൂ അറിയണം, എന്നാലും നമുക്ക് നെയ്ബേഴ്സ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. സ്ക്വയറും ക്യൂബും പഠിക്കൽ നിർബന്ധമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അത് നമ്പർ സീരീസ് ഞാൻ മാത്സിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് പറഞ്ഞത്. ബട്ട് നമുക്ക് നമ്പർ സീരീസിലും അതിൻ്റെ വാല്യൂസ് വരുന്നുണ്ട്. സോ നെയ്ബേഴ്സ് ഓഫ് ക്യൂബ്സ്, ക്യൂബ്സിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. അതിൻ്റെ നെയ്ബേഴ്സിനായിട്ട് വരുന്ന സീരീസ് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എങ്ങനെ ഐഡന്റിഫൈ എന്ന് നോക്കി. 8 became 28, 28 became 116, 116 becomes 584. You are asked to find the next number. ഓപ്ഷനിൽ ഒരു ക്ലൂ ഉണ്ട്. ഓപ്ഷനിലുള്ള ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ വലിയ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് പ്ലസ് ഓർ മൈനസ് സീരീസ് അല്ല എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. പ്ലസ് ഓർ മൈനസ് സീരീസ് അല്ല, വെറുതെ പ്ലസും മൈനസും ചെയ്ത് സമയം പോകുന്നില്ലല്ലോ നമ്മളെ. പ്ലസ് ഓർ മൈനസ് സീരീസ് അല്ല. അപ്പോൾ എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്? എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത്? 116 became 500. ചെറിയ നമ്പർ എന്ന് ചെയ്ത് തുടങ്ങരുത്. 8 28 ആവുന്നത് എന്തെന്നല്ല നോക്കേണ്ടത്. 116 584 എങ്ങനെ ആയി എന്നാണ് നോക്കേണ്ടത്. വലിയ നമ്പേഴ്സ് നോക്കിയിട്ടാണ് നമ്മളെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. 116 584 ആവുന്നത് എങ്ങനെ? അപ്രോക്സിമേറ്റ്ലി ഇൻറ്റു 5 അല്ല, അപ്രോക്സിമേറ്റ്ലി 100 × 5 500 ആയി, 16 × 5 80 ആണ്. അപ്പോൾ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 580 എന്നാണ് വരുന്നത്. അതിലേക്ക് +4 ചെയ്യുമ്പോൾ നമുക്ക് 584 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പാറ്റേൺ ബാക്കിയുള്ള സ്ഥലത്ത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇൻറ്റു 5 + 4, ഇവിടെ ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്താൽ ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ 8 × 5 ചെയ്താൽ വലിയ വാല്യൂ ആണെന്ന് നടക്കൂല. 8 × 5 ചെയ്യാൻ പറ്റില്ല. 8 × 5 40 അല്ലേ വരിക. ഇൻറ്റു 4ഉം പറ്റില്ല, പക്ഷെ ഇൻറ്റു 3 പറ്റും. 8 × 3 എത്ര? 24 ഇൻറ്റു 24 + 4 28. 28 × 4 കാൽക്കുലേറ്റർ അടിച്ചു നോക്കി. 28ന്റെ ഡബിൾ 56ന്റെ ഡബിൾ 112, 112 + 4 116. അപ്പോൾ ഇൻറ്റു 3 + 4 ആണ്, ഇൻറ്റു 4 + 4 ആണ്, ഇൻറ്റു 5 + 4 ആണെങ്കിൽ അടുത്ത് എന്ത് വരണം? ഇൻറ്റു 6 + 4 വരണം. കാൽക്കുലേറ്റർ അടിച്ച് ചെയ്ത് നോക്കാം. 584 × 6 + 4 3508. ഇങ്ങനെയാണ് നമ്മൾ സീരീസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. യു ആർ ലുക്കിംഗ് അറ്റ് ദ നമ്പേഴ്സിന്റെ പാറ്റേൺ നോക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഒന്നും തുടങ്ങരുത്. കുറച്ച് വലിയ വാല്യൂസ് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ആ വലിയ വാല്യൂസ് നോക്കിയാലാണ് നമുക്ക് പാറ്റേൺ മനസ്സിലാവുക. ആ പാറ്റേൺ വലിയ വാല്യൂ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടല്ലോ, നമ്മൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് വലിയ വലിയ കല്ല് വെച്ചിട്ട് ആദ്യം ചുമര് കെട്ടി ഉണ്ടാക്കും, എന്നിട്ട് ലാസ്റ്റ് സിമെൻറ്റ് കൊണ്ടുപോയിട്ട് തേച്ച് പിടിപ്പിക്കും, പിന്നെ ലാസ്റ്റ് പെയിൻറ്റും അടിക്കും. അപ്പോൾ ആ ഫിനിഷിംഗ് ഇസ് ഡൺ ഓൺ ദ ലോവർ സൈഡ്. വലിയ വലിയ ബ്ലോക്ക് വെച്ചിട്ട് വേണം ആദ്യം ബിൽഡ് ചെയ്യാൻ. ആൻഡ് ദെൻ യു ഫിനിഷിംഗ് ഓൺ ദ ലോവർ സൈഡ്. അതെപ്പോഴും മൈൻഡിൽ വെക്കുക. നമ്പർ സീരീസിലെ ക്വസ്റ്റിൻ്റെ അപ്രോച്ച് ഇതാണ്. ഓക്കെ, ഇതാണ് അപ്രോച്ച്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ നമ്മൾ വി ആർ നോട്ട് ട്രൈങ് ടു ലേൺ സൊല്യൂഷൻ ടു എ പ്രോബ്ലം, യു ആർ ലേണിംഗ് ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ്. ഓക്കെ, അടുത്തത് 5 7 9 16 25 41. 1 2 3 4 5 6 7 8 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. സോ മേ ബി ഇതൊരു സ്പെഷ്യൽ സീരീസ് ആവാം. അപ്പോൾ അങ്ങനെ ആണോ എന്നുള്ളത് നോക്കാം. സ്പെഷ്യൽ സീരീസ് ആണോ നോക്കാം. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി എപ്പോഴും നമ്മൾ എല്ലാ ഡയമെൻഷനും ചിന്തിക്കാം. ഇത് എല്ലാത്ത സീരീസ് ആവാനുള്ള കേസും കൂടെ നോക്കാം. ഇപ്പോൾ 5 കുറഞ്ഞു, ആദ്യം താഴത്തേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ എന്താ പോകുന്നത്, പിന്നെ ഫുള്ള് മുകളിലേക്ക്. ഇങ്ങനൊരു സീരീസ് വരുമോ? ആദ്യം കുറഞ്ഞു, 5 കുറഞ്ഞു 2 ആയി, പിന്നെ 7ലേക്ക് കൂടി, പിന്നെ കൂടിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇതൊരു സീരീസ് അല്ലല്ലോ. ദിസ് ഇസ് നോട്ട് എ പ്രോപ്പർ പാറ്റേൺ. ഇങ്ങനെ വരാം, ഇത് അംഗീകരിച്ചു കൊടുക്കാം. കൂടാ കുറയാ. പക്ഷെ ആദ്യം കുറഞ്ഞു പിന്നെ ഫുള്ള് കൂടി. ദിസ് ഇസ് നോട്ട്, അതൊരു പാറ്റേൺ അല്ല. അത് നമുക്ക് പാറ്റേൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പാറ്റേൺ വരില്ല.
ഓക്കെ, കൂടുകയും കുറയും ചെയ്യാം. അപ്പോൾ അവിടെ 5 കുറഞ്ഞ് 2 ആയി, പിന്നെ ഫുള്ള് കൂടുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് സീരീസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്തെടുക്കുന്നു, പ്ലസ് ഓർ മൈനസ് സീരീസ് അല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതൊരു പ്രോപ്പർ പാറ്റേൺ അല്ല എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ സ്പെഷ്യൽ സീരീസിൽ ഒരുപാട് ടേംസ് വന്നിട്ട് സ്പെഷ്യൽ സീരീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 5 + 2 = 7, 7 + 9 16, 16 + 9 25. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 25 + 41 will give you 66. 66. യെസ്, ഷെറിൻ, ജോഡി, ഷംല, റഹ്മത്ത് സലീം, ഓക്കെ, എല്ലാവരും ആൻസർ ഇടുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ എൻ്റെ കൂടെ തന്നെ ചെയ്യുക. ഇന്ന് തന്നെ നമ്മൾ ഈ സെക്ഷൻ പഠിച്ചു പോകണം. ഇതിൻ്റെ ഇനി ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു കോൺഫിഡൻസോടെ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇത് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് ട്രൈ ടു റിമെമ്പർ ദിസ്. ഇത് മനസ്സിൽ വെക്കണം. ഇക്വേഷൻസ് പഠിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് 8 - 5 = 3, 7 - 4 = 3, 6 - 4 = 4, 7 - 1 = 6 എന്ന് വരണം. സോ ഇതിൻ്റെ റോങ് ടേം ആണ് ചോദിച്ചത്, ഓഡ് വൺ. ക്വസ്റ്റ്യൻ ഇതാണ്, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഓഡ് വൺ. ഇപ്പോൾ ഇവിടെ ഇടയിൽ വന്ന തെറ്റായിട്ടുള്ള ടേം എന്താണ്? 751 അല്ല അവിടെ വരേണ്ടത്, 761 ആണ് വരേണ്ടത്. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഓഡ് വൺ ആണ് ക്വസ്റ്റ്യൻ. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് റൈറ്റ് ആൻഡ് റിമെമ്പർ ദിസ്. ഓക്കെ, ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇക്വേഷൻസ് പഠിക്കാൻ പറഞ്ഞു. ഇപ്പോൾ കാൽക്കുലസ് ഞാൻ പറഞ്ഞില്ല, ഇന്റഗ്രൽ ഓഫ് e⁻x ന്റെ f(x + f'(x) e⁻x ന്റെ f(x) എന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞില്ലേ? അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. കാരണം ഓഡ് വൺ ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സീരീസിൻ്റെ ഓഡ് വൺ ഔട്ട് ആവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബേസ്ഡ് ആവാം. ഇങ്ങനെ 2 കേസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സീരീസിൽ പെടാത്തതാവാൻ ചാൻസ് ഉണ്ട്, പ്രോപ്പർട്ടി ബേസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പർ ഒന്ന് നോക്കി നല്ലോണം ഒന്ന് നോക്കുക. 1, 5, 14, 30, 38, 51, 55, 91. ഇത് സീരീസ് ആവാം, ആ സീരീസിൽ തെറ്റായിട്ടുള്ളൊരു സംഭവം വന്നതാവാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പ്രീവിയസിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. പക്ഷേ എക്സാമിന് പുതിയ ക്വസ്റ്റ്യൻ വന്ന് ഓഡ് വൺ ഔട്ട് വന്നു കഴിഞ്ഞാൽ 2 രീതിയിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഓഡ് വൺ ഔട്ട് വന്നാൽ ആദ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. സെക്കൻഡ് റൗണ്ട് വന്നിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മതി. ചിലപ്പം കുറേ സമയം എന്നോട് സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട് ഓഡ് വൺ ഔട്ടിൽ. കാരണം നമുക്ക് അറിയില്ലല്ലോ, സീരീസ് ആവാം, പ്രോപ്പർട്ടി ബേസ്ഡ് ആവാം, രണ്ടിലും വരാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് കുറവല്ലേ? 1, 5, 14, 6, 30, 55, 90, 91. മൾട്ടിപ്ലിക്കേഷൻ സീരീസ് അല്ലല്ലോ, അല്ല, എഡീഷൻ സീരീസ് ആണ്. കാരണം ചെറിയ മാറ്റമുള്ളൂ, മിനിമം സ്ലോപ്പാണ്. മിനിമം സ്ലോപ്പ് ആണെങ്കിൽ ചേഞ്ച് നോക്കി ഇവിടെ 4 വന്നു, ഇവിടെ 9 വന്നു, ഇവിടെ 16 വന്നു. സംഭവം ക്ലിക്കായല്ലോ. ഇതെന്താണ്? 2² 3² 4². അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത എന്ത് വരണം? അടുത്തത് 5² വരണം. സോ നെക്സ്റ്റ് ടേം ഷുഡ് ബി 55. സോ ദ റോങ് ടേം, ഇടയിൽ ഒരാൾ കയറി നിന്നു, ആ ആളേതാണ് 51. സോ ഹീസ് എ ഓഡ് വൺ ഔട്ട്. അവിടെ വരാൻ പാടില്ലാത്ത ഒരാൾ ഇടയ്ക്ക് കയറി വന്നു. ഇനി ഞാനൊരു അഡീഷണൽ പോയിന്റ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എക്സാമിന് ഇതുവരെ വന്നിട്ടുള്ളത്, യു ആർ ആസ്ക്ഡ് ടു പിക്ക് ദ റോങ് ടേം. നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരു മോഡിഫിക്കേഷൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഷുഡ് ബി ദ റീപ്ലേസ്മെന്റ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാറി വരാനുള്ള സാധ്യത ഉണ്ട്. ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് മൈറ്റ് കം. കാരണം പ്രീവിയസ് ഇയർ ഒക്കെ ഓരോ വർഷത്തെ പ്രീവിയസ് ഇയർ നോക്കുമ്പോഴും റീസണിങ്ങിൽ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേശ്ശെ ഇതിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഒരു വരാനുള്ള ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് ബി ദ റീപ്ലേസ്മെന്റ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതിൽ റോങ് എൻട്രി എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്നല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ടിൽ അവിടെ ശരിക്കും എന്ത് ടേമാണ് വരേണ്ടത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ മൈൻഡിൽ വെക്കുക. ഓഡ് വൺ ഔട്ടിന് പകരം ഒരു സീരീസ് എന്നിട്ട് 1 ഓഫ് ദ ടേം ഇൻ ദ സീരീസ് ഇസ് റോങ്, വാട്ട് ഷുഡ് ബി ദ കറക്റ്റ് ടേം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തവണ അറ്റംപ്റ്റിൽ വരുന്നല്ല. കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സീരീസിൻ്റെ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ വർഷവും പുതിയ ക്വസ്റ്റ്യൻസ് അവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു സാധനം കയറി വരാനുള്ള സാധ്യത ഉണ്ട്. ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂ. ഇതിലൊരു വാല്യൂ മിസ്സിംഗ് ഉണ്ട്, അത് ഫൈൻഡ് ചെയ്യണം. നോക്കാം നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ള ആദ്യം നോക്കിയാൽ.
1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ടേംസ് ഉണ്ട്? 9 ടേംസ്. കൂടുതൽ ടേംസ് തന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹിൻറ്റ്. എന്തിൻ്റെ ഹിൻ്റാണ്? ഒരു സ്പെഷ്യൽ സീരീസ് ആവാനുള്ളതിൻ്റെ ഹിൻ്റാണ് ഒരുപാട് ടേംസ് വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ സീരീസിൻ്റെ ഹിൻ്റാണ് ഒരുപാട് ടേംസ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ സീരീസ് ആവാനുള്ള ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നു. ഇപ്പം ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 0, 2, 3 വന്നിട്ടുണ്ട്. 0 അവിടെ ഫസ്റ്റിൽ വന്നിട്ടുണ്ട് ടേമായിട്ട്. 3, 6, 10. അപ്പോൾ നമ്മളൊരു ഇൻ ബിറ്റ്വീൻ തുടക്കത്തിൽ നോക്കുന്ന ഒരു ഇൻ ബിറ്റ്വീൻ ടേംസ് എടുത്ത് നോക്കുന്നതാണ് എപ്പോഴും സേഫ്. പെട്ടെന്ന് കാര്യം മനസ്സിലാവും. 10, 17, 28 ആയി. ഇപ്പോൾ 10 + 17 എന്താണ്? 27 ആണ്. അതിലേക്ക് ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 28 കിട്ടി. സോ ദിസ് ഇസ് എ പാറ്റേൺ. ബാക്കിയുള്ള സ്ഥലത്ത് വർക്കൗട്ട് ആവുന്നുണ്ടോ നോക്കിയാൽ 3 + 6 എന്താ? 9. 9 + 1 10. അപ്പോൾ സം ഓഫ് 2 numbers plus 1 number is giving you the next number. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരിക? 17 + 28 എടുത്തു കഴിഞ്ഞാൽ 45 കിട്ടും. 45 + 1 46 വരും. ഇപ്പോൾ ഇവിടെ 46 വരണം. വെരിഫൈ ആണെങ്കിൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ 46ലേക്ക് നമ്മൾ 28 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 74 വരും. +1 ചെയ്താൽ 75. അത് വെരിഫൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, നമ്മൾ ആ സാറ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതെന്നുള്ള രീതിയിലല്ല നമ്മൾ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് പഠിച്ചു വരുന്നത്. കാരണം എക്സാമിന് റീസണിങ്ങിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്പർ മാറി വാല്യൂ മാറിയൊക്കെ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. പക്ഷേ ആ പാറ്റേൺ പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ അറിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സുഖമല്ലേ. 225, 196, 169, 144, 121, 177, 64. അടുത്ത റോങ് ടേം ആണ് ചോദിച്ചത്. ഇതിൽ എന്താ ടേംസ് കാണുന്നത്? ദീസ് ആർ ഓൾ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ്. 15 സ്ക്വയർ, 14 സ്ക്വയർ, 13 സ്ക്വയർ, 12 സ്ക്വയർ, 11 സ്ക്വയർ, 10 സ്ക്വയർ. അടുത്തത് സ്ക്വയർ ആയിട്ട് വരണം. സോ ദ 77 ഇസ് എ റോങ് ടേം. ബാക്കിയൊക്കെ സ്ക്വയർ ആണ്. ജോഡിക്ക് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ. എന്താ ജോഡി ഡൗട്ട് പറയും? ജോഡിയുടെ ഡൗട്ട് എന്താന്ന് പറയും? നേരത്തെ ആരോ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റീസണിങ്ങിന് ആൻസർ കിട്ടുമ്പോൾ ടൈം ഒരുപാട് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈം എടുക്കുന്നതിന് അപ്രോച്ചിലുള്ള മാറ്റമാണ് നമ്മൾ പറയുന്നത്. പ്രോപ്പർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു. ഇതിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ എക്സാമാണ് കാറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ. അപ്പോൾ അവിടെ ഈ ഒരു സെക്ഷനിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതുവരെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ളൊരു പ്രോപ്പർ അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ചിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ കിട്ടും വിത്ത് മിനിമം എഫേർട്ട് ആൻഡ് മിനിമം ടൈം. എന്താ ഡൗട്ട് എന്നുള്ള ഡൗട്ട് ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് അടുത്ത ഡൗട്ട് എന്താണ്? വല്ലാത്ത ഡൗട്ട് തന്നെയാണല്ലേ. ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ വേറെ ആളവിടെ വെക്കേണ്ടി വരും. ഞാൻ നിങ്ങളവിടെ ടെക്നിക്കൽ എന്ത് ഡൗട്ട് ഉള്ളതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തത്. ജസ്റ്റ് ഗിവ് മീ മിനിറ്റ്. നമുക്കിവിടെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ജസ്റ്റ് കോൾ ഇറ്റ്. നിങ്ങൾ ഇത് മാരേജ് ബ്യൂറോ നടത്തുന്ന ആളാണ്. നേരത്തെ എൻ്റെ കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചപ്പോൾ മിഥുല മിസ്സിന്റെ കല്യാണം കഴിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണ ബ്യൂറോ എങ്ങനെ നടത്തുന്നുണ്ടോ? മാരേജ് ബ്യൂറോ എങ്ങനെ നടത്തുന്നുണ്ടോ? എന്തൊരു സൗണ്ട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
ഓക്കെ, സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അതാരോ മാട്രിമോണി നടത്തേണ്ടതാണ് തോന്നുന്നല്ലേ, ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ റോങ് ടേം ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നമ്പർ സീരീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ സമയം കുറവാണ്. ബട്ട് എല്ലാ ടൈപ്പിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്പർ സീരീസ് പ്ലസ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന് ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്ന് കോഡിന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ബേസിക് കോഡിന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തത് പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പ്ലേസ് വാല്യൂ ഓഫ് ആൽഫബറ്റ്സിന് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇത് കോഡിന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണോ പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണോ നമ്മൾ ആദ്യം ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കണം. അതെങ്ങനെയാ ജഡ്ജ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു സെറ്റ് ഡാറ്റ മാത്രമാണ് തരുന്നതെങ്കിൽ, ഒരു സെറ്റ് ഡാറ്റ മാത്രം തന്നു കഴിഞ്ഞാൽ അത് പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. 2 സെറ്റ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇൻ ജനറൽ ആയിട്ടുള്ള റൂൾ ഇതാണ്, ഒരു സെറ്റ് ഡാറ്റ മാത്രം തന്നു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ ബേസ്ഡ് പ്രോബ്ലം ആണ്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സിന്റെ പ്ലേസ് വാല്യൂ ഇല്ലേ, എ മുതൽ സെഡ് വരെ. എന്റെ പ്ലേസ് വാല്യൂ 1, സെഡിന്റെ പ്ലേസ് വാല്യൂ 26. അപ്പോൾ ആ രീതിയിൽ പ്ലേസ് വാല്യൂ ബേസ്ഡ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ എന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സെറ്റ് ഡാറ്റ വരുന്നത്. അതല്ല പക്ക കോഡ് എന്താണെന്ന് ക്വസ്റ്റ്യന് തരും, എന്നിട്ട് അതിന്റെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 2 സെറ്റ് ഡാറ്റെങ്കിലും തരും കോഡിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അപ്പോൾ അതാണ് ജഡ്ജ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ബാക്കി നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്ക്, റെഡ് is coded as 6720, ഗ്രീൻ വുഡ് ബി coded as എന്നുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ റെഡ് is coded as this തന്നു, ഗ്രീൻ is coded as that. അപ്പോൾ എത്ര സെറ്റ് ഡാറ്റ ഉണ്ട്? there is only 1 set of data. ഒറ്റ സെറ്റ് ഡാറ്റ അല്ലേ ഉള്ളൂ. റെഡിന്റെ കോഡ് 26720 ഒറ്റ കോഡ്. ആൻഡ് യു ആർ ആസ്ക്ഡ് കോഡ് ഫോർ ഗ്രീൻ. അപ്പോൾ അതിന്റെ കോഡ് ഞാനൊന്ന് ജസ്റ്റ് ചെയ്തു തരാം. റെഡിന്റെ കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ റെഡിന്റെ പ്ലേസ് വാല്യൂ, അതിന്റെ മുന്നേ പ്ലേസ് വാല്യൂ ഓഫ് ആൽഫബറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഐ ഹാവ് സീൻ സ്റ്റുഡൻസ് കൗണ്ടിങ് എ മുതൽ സെഡ് വരെ ഇരുന്ന് കൗണ്ട് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്ലേസ് വാല്യൂ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എൻ്റെ കൂടെ ഒന്ന് എഴുതിയെടുക്കാം. ക്ലാസ്സിലിരിക്കുന്നവർ എൻ്റെ കൂടെ ഒന്ന് എഴുതിയെടുക്കാം. പ്ലീസ് റൈറ്റ് ഇട്ട് എൻ്റെ കൂടെ ഒന്ന് നിങ്ങളൊന്ന് എഴുതിയെടുക്കാം. ഈ വാല്യൂസ് ഒന്ന് എൻ്റെ കൂടെ എഴുതാം. ഓക്കെ, വാല്യൂസ് എഴുതാം. എ മുതൽ സെഡ് വരെയുള്ള വാല്യൂസ്. ഞാനിത് ഒരിക്കലും വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഇത് വർക്കൗട്ട് ചെയ്ത സമയത്ത് എൻ്റെ മോള് ചോദിച്ചു, സാർ പപ്പ എന്താ എപ്പോഴും ആൽഫബറ്റ്സ് എഴുതി പഠിക്കുകയാണെന്നൊക്കെ. അപ്പോൾ പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആ പ്ലേസ് വാല്യൂസ് ഒന്ന് എഴുതിയെടുക്കാം. 5 എണ്ണം വെച്ച് എഴുതാം. 5 എണ്ണം വെച്ചിട്ട് എ ബി സി ഡി ഇ 5 എണ്ണം. അടുത്തത് എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ആൻഡ് സെഡ്. അപ്പോൾ 5 എണ്ണം വെച്ച് ചെയ്താൽ 5 5 5 5 ലാസ്റ്റ് സെഡ് മാത്രം പുറത്തുണ്ടാവും. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതെ MBAയുടെ കാറ്റാണ് ഉദ്ദേശിച്ചത്, IMLക്കുള്ള കാറ്റ്. അപ്പോൾ ഈ ജ്യോതി എന്നുള്ള ഒരു വാക്ക് നമുക്ക് എവിടെ കിട്ടും? ലാസ്റ്റ് കിട്ടും. ആരാ കിട്ടിയ ഒരു വാക്ക് കിട്ടിയില്ല അവിടെ? ഈ ജ്യോതി എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേസ് വാല്യൂസ് ഞാൻ എഴുതിയിട്ടില്ല. പ്ലേസ് വാല്യൂ എഴുതുന്ന സമയത്ത് ഏതും തുടങ്ങി ഇത് നമുക്ക് അറിയാവുന്ന കേസുകൾ 1 2 3 4 5 ഇത് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതല്ല. ആദ്യത്തെ 4 അക്ഷരങ്ങൾ ABCD 4 എണ്ണം വരെ ആണ് കൗണ്ട് ചെയ്യല്. ഈ പറയാറില്ല, ABCD എന്നാണ് പറയാം. അത് 4 എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇത് പ്ലേസ് വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ 5 10 15 20 25. അപ്പോൾ ഈ പ്ലേസ് വാല്യൂസ് പഠിക്കുക, ഇപ്പം തന്നെ പഠിക്കാം. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിക്കാം. ഈ ജ്യോതി E5 J10 O15 T20 Y20 Y25. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സെഡിൻ്റെ കൂടെ എഴുതി വെക്കുക 26. അപ്പോൾ നമുക്ക് എത്ര എണ്ണമായി? 5 + 4 + 1 10 പ്ലേസ് വാല്യൂസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ABCD 4 അറിയാം, ഈ ജ്യോതിയിൽ 5 എണ്ണം പ്ലസ് സെഡിൻ്റെ 6ാമത്തേത് 10ാമത്തേത്. അപ്പോൾ അങ്ങനെ 10 പ്ലേസ് വാല്യൂസ് കിട്ടി. ഇതിൽ ബാക്കി കാര്യങ്ങൾ കഴിയുന്നത് കണക്ട് ചെയ്തെടുക്കാം. കുറേയൊക്കെ വാല്യൂസ് ഞാൻ ഓർക്കാറുണ്ട്, പറ്റുമെങ്കിൽ അത് ഓർക്കാൻ ശ്രമിക്കാം, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. G7 കൺട്രീസ് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർക്കാൻ, നിർബന്ധം ഞാൻ പറയില്ല. G7 കൺട്രീസ് ഞാൻ ഓർക്കാറുണ്ട്. അതേപോലെ ഇതിൻ്റെ 8 എന്നുള്ള ആൽഫബറ്റ്സിന് എഴുതി അതിൻ്റെ തല മുകളിലും താഴെയും വെട്ടിക്കഴിഞ്ഞാൽ, 8ൻ്റെ മുകളിലും താഴെയും വെട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഇത് 8 പോലെ കാണാനുള്ള ഒരു ആൽഫബറ്റ് ആണ്. ഇറ്റ് ലുക്സ് ലൈക്ക് 8 പോലെയുള്ളൊരു സംഭവമാണ് ഇത്. ദിസ് ലുക്സ് ലൈക്ക് 8 പോലെയാണ് ഇത് കാണാൻ. 8 പോലെയാണ് H എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർക്കാറുണ്ട്. അതേപോലെ N എന്നുള്ളത് November 14th ചിൽഡ്രൻസ് ഡേ. November 14th
ചിൽഡ്രൻസ് ഡേ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. എം എന്നുള്ളത് 3 എന്നുള്ള നമ്പറില്ലേ, 3 എന്ന നമ്പർ ഫ്രണ്ടിലേക്ക് വീണു, ഫെൽ ഡൗൺ, 3 ഫെൽ ഡൗൺ. അപ്പോൾ അത് എം എന്നുള്ളത് 13 എന്ന രീതിയിൽ ഓർക്കും. എം 3 ആയിട്ട് ബന്ധമുള്ളതാണ് എം, 3 ഫെൽ ഡൗൺ, അപ്പോൾ അത് 13. 23 ഇതേപോലെ 3 ഫെൽ ബാക്ക്വേർഡ്, 3 ബാക്കോട്ട് മറിഞ്ഞു വീണു. 3 എന്നുള്ള അക്ഷരം ബാക്കോട്ട് മറിഞ്ഞു വീണാൽ ഞാൻ ആകാശത്തേക്ക് നോക്കി കിടക്കുന്ന ഒരവസ്ഥ. ദാറ്റ് ഈസ് 3 ഫെൽ ബാക്ക്വേർഡ്, 3 ഫെൽ ബാക്ക്, ഇറ്റ് ബിക്കെയിം 23. ഇങ്ങനെ ചില കാര്യങ്ങൾ, വി ഫോർ വിക്ടറി കാണാറില്ല നമ്മൾ സ്പോർട്സിൽ മെഡലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വി ഫോർ വിക്ടറി ഇങ്ങനെ പോസ് ചെയ്യുന്ന കാണാറില്ലേ? എന്നിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വി ഫോർ വിക്ടറി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്ലേസ് വാല്യൂസ് അവിടെ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്പീഡ് ഉണ്ടാവും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിർബന്ധമില്ല, പക്ഷേ ഈ 10 ഉണ്ടെങ്കിൽ മിനിമം ABCD പിന്നെ ഈ ചോദ്യം പിന്നെ ലാസ്റ്റോ എടുത്തു കഴിഞ്ഞാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ A മുതൽ 6 വരെ കൗണ്ട് ചെയ്യുന്നതിന് പകരം ഈ ചോദ്യയിലെ T അറിയാമെങ്കിൽ അതിൻ്റെ 2 പുറകിലേക്ക് പോവാം, അല്ലെങ്കിൽ O അറിയാമെങ്കിൽ മുന്നോട്ട് വന്ന് Pൻ്റെത് O15 ആണ് P16 എന്ന് എടുക്കാം. T അറിയാമെങ്കിൽ UV വിക്ടറി അല്ലെങ്കിൽ V22 എന്ന് എടുക്കാം. Y25 ആണെന്ന് ഓർത്തിരുന്നതിന് തൊട്ട് മുന്നേ X24 ആണെന്ന് ഓർക്കാം. അപ്പോൾ മിനിമം ഈ ബൗണ്ടറിയിലുള്ളതെങ്കിൽ ഓർക്കുക. പറ്റുമെങ്കിൽ അഡീഷണൽ ആയിട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് മിനിമം ഈ എക്സ്ട്രീംസിലുള്ളതെങ്കിലും എടുക്കുക. അല്ലാതെ നമുക്ക് ഫുള്ളായിട്ട് ആദ്യം മുതൽ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ടൈം ഒരുപാട് പോകും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റെഡിൻ്റെ പ്ലേസ് വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. റെഡിൻ്റെ പ്ലേസ് വാല്യൂ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. റെഡിൻ്റെ പ്ലേസ് വാല്യൂ എടുക്കുന്ന സമയത്ത് R ലുക്സ് ലൈക്ക് 18 ആണ് ആറിൻ്റെ പ്ലേസ് വാല്യൂ. ഈ ജ്യോതിയിൽ നമ്മൾ പറഞ്ഞു, ഈ ജ്യോതിയിൽ E എന്താണ് 5 ആണ്. D ABCD ഇതെന്താണ്, ഇപ്പോൾ എത്രാമത്തെ അത് 4th അല്ലേ? അപ്പോൾ പ്ലേസ് വാല്യൂസ് എഴുതി. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കോഡ് പ്ലേസ് വാല്യൂ അല്ല, 6, 7, 20 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ, ഇവിടെയൊക്കെ +2 കൊടുത്തു. +2 കൊടുത്ത സമയത്ത് ദിസ് ബിക്കം 27 and 6. പക്ഷെ അതിന് എന്ത് ചെയ്തു, അവർ റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ 20നെ ലാസ്റ്റിലേക്ക് കൊണ്ടുപോയി 6നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. 20നെ ലാസ്റ്റിലേക്ക് കൊണ്ടുപോയി 6നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിനെ റീഅറേഞ്ച് ചെയ്തു, 6നെ ഇങ്ങോട്ട് മാറ്റി, ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തു, 20 അപ്പുറത്തേക്ക് പോയി, 7 നേരെ താഴെ. അപ്പോൾ ഇതേ റീഅറേഞ്ച്മെന്റ് എവിടെ വരും, ഗ്രീനിൽ വരും. ഇതേ റീഅറേഞ്ച്മെന്റ് ഗ്രീനിൽ വരും. ഗ്രീനിൽ നമ്മൾ പറഞ്ഞു G7 കൺട്രീസ് ലുക്സ് ലൈക്ക് 18. ഈ ജ്യോതിയിൽ 5 November 14th ചിൽഡ്രൻസ് ഡേ. ഇതിലെല്ലാം +2 ചെയ്യണം. +2 ചെയ്യുന്ന സമയത്ത് ഇത് ബിക്കംസ് 9, 20, 7, 16. റീഅറേഞ്ച്മെന്റ് ചെയ്താൽ 16 ആദ്യം വരും, പിന്നെ 7 വരും, 20 ഇങ്ങോട്ട് വരും, 9 വരും. ഇപ്പോൾ 16, 7, 7, 209 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇതിൽ പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ് വാല്യൂ ഈസ് ഗെറ്റിംഗ് ആഡഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റീഅറേഞ്ച്ഡ്. അപ്പോൾ ഇത് കുറച്ചൊരു ചെയ്യാനുണ്ട്, പക്ഷെ നമുക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നുണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാം. പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം മനസ്സിലാക്കിയെടുക്കാം. പ്ലേസ് വാല്യൂ എഴുതി കഴിഞ്ഞാൽ റീഅറേഞ്ച്മെന്റ് മനസ്സിലാവും. റീഅറേഞ്ച്മെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമിലർ ആയിട്ട് റീഅറേഞ്ച്മെന്റ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും, തന്നിരിക്കുന്ന വാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ഇതൊരു രീതിയുണ്ട്, ആ രീതിയാണ് അവിടെ എടുക്കേണ്ടത്. പ്ലേസ് വാല്യൂ ആണെന്നുള്ള ആദ്യം മനസ്സിലാക്കുന്നു, അത് എഴുതി കഴിഞ്ഞാൽ റീഅറേഞ്ച്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേ റീഅറേഞ്ച്മെന്റ് നമുക്ക് തന്നിരിക്കുന്ന വേർഡിൽ നമ്മൾ ചെയ്യുക, നമ്മൾ ആൻസറിലേക്ക് എത്തും. ഓക്കെ, അടുത്തത് A is equal to 1, ഫാറ്റ് is equal to 27, ഫെയ്ത്ത് ചോദിച്ചു. അപ്പോൾ ഇതും എന്താണ്, ഇത് പ്ലേസ് വാല്യൂ ആണ്. കാരണം എൻ്റെ പ്ലേസ് വാല്യൂ ആണ് എന്ത് വരുന്നത്, എൻ്റെ പ്ലേസ് വാല്യൂ 1. FAT എന്നുള്ളതിൽ പ്ലേസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ 27 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലേസ് വാല്യൂ എല്ലാം കൂടാണ് ആഡ് ചെയ്തിട്ടുള്ള 27 ആയിട്ട് വന്നത്. അപ്പോൾ ഫെയ്ത്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ FAT ഓൾറെഡി ഇതിലുണ്ട്. അതിലേക്ക് ഇനി എന്തൊക്കെ ആഡ് ചെയ്താൽ മതി, നമ്മൾ Iയും H മാത്രം ആഡ് ചെയ്താൽ മതി. Iൻ്റെ പ്ലേസ് വാല്യൂ 9 ആണ്, Hൻ്റെ പ്ലേസ് വാല്യൂ എത്ര പറഞ്ഞത് 8. അപ്പോൾ ഇതിലേക്ക് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27. നമുക്ക് ആൻസർ എത്ര കിട്ടുന്നുണ്ട്, 44 കിട്ടും. 44 ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഫെയ്ത്തിൽ ഓൾറെഡി FATൻ്റെ പ്ലേസ് വാല്യൂ 27 എടുത്തു. അതിലേക്ക് ഇനി Iയും H മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. I 9, H 8. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27 + 9 + 8 ചെയ്യുമ്പോൾ 44 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അടുത്തത് ബ്രദർ ഈസ് കോഡഡ് ആസ് 2456784.
Sister is coded as 919684. What is coded for bore bus എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് ആദ്യം നടത്തുന്ന ജഡ്ജ്മെൻറ്റ് എന്താണ്? 2 സെറ്റ് ഡാറ്റ തന്നു. ഒരു സെറ്റല്ല, 2 സെറ്റ് ഡാറ്റ തന്നു. ഇപ്പോൾ ഈ 2 സെറ്റ് ഡാറ്റ തന്നിട്ടാണ് എന്തിൻ്റെ കോഡ് വെച്ചത്? ബോർ ബസിന് കോഡ് വെച്ചത്. ഇപ്പോൾ 2 സെറ്റ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ 2 sets of data, it is based on coding. പ്ലേസ് വാല്യൂ അല്ല, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ കോഡിങ്. അപ്പോൾ ആ കോഡിംഗ് ആണ് ചോദിച്ചത്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോഡ് ഫോർ ബോർ ബസ്. അപ്പോൾ അത് ബോർ ബസിൻ്റെ പോലത്തെ വരുന്ന സമയത്ത് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്ര അക്ഷരങ്ങളുണ്ട്? 1 2 3 4 5 6 7 അക്ഷരങ്ങളുണ്ട്. 3 4 5 6 7 അക്ഷരങ്ങളുണ്ട്. ഈ 7 അക്ഷരങ്ങളിൽ ഒന്നാമത്തതും ബി ആണ്. 1 2 3 4 ഫോർത്തും ബി ആണ്. അപ്പോൾ ബീൻ്റെ കോഡ് നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തേൽ തന്നെ ബീൻ്റെ കോഡ് വന്നത് 2 ആണ്. അതേ കോഡ് 2 വരും. അപ്പോൾ ഫസ്റ്റ് പ്ലേസിലും ഫോർത്ത് പ്ലേസിലും 2 വരുന്ന ഓപ്ഷൻസ് നോക്കുക, ബാക്കിയുള്ള എലിമിനേറ്റ് ചെയ്യാം. ഇത് എലിമിനേറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് പ്ലേസിലും 1 2 3 4 1 2 3 4 ഈ 2 ഓപ്ഷൻസ് ആണ് നമുക്കവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് പ്ലേസിൽ എസ് വരുന്ന കേസിൽ എസിൻ്റെ പ്ലേസ് വാല്യൂ 9 ആണ്. അപ്പോൾ ലാസ്റ്റ് പ്ലേസിൽ എസ് വരുന്ന ആൻസർ ഓപ്ഷൻ എ. എ ആണ് വരുന്നത്. അപ്പോൾ ആ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് പ്ലേസിൽ എസ് വരേണ്ടത് 9 വരണം. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? അടുത്ത നോക്കിക്കഴിഞ്ഞാൽ, if in a certain language name is written as 4258, what is the code for me? ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് രാവിലെ പറഞ്ഞ എന്താണ്? ഒരു സെറ്റ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ അത് പ്ലേസ് വാല്യൂ എന്ന് ഞാൻ പറഞ്ഞു. 2 സെറ്റ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ കോഡിങ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇത് കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അത് സ്പെഷ്യൽ കേസായിട്ട് എപ്പോഴും ഓർത്തിരിക്കാം. ഒരു സെറ്റ് ഡാറ്റ തന്നിട്ട് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റീഅറേഞ്ച്ഡ്, ഇപ്പോൾ മനസ്സിലാക്കാം, 1 സെറ്റ് ഓഫ് ഡാറ്റ, അതിലെന്താ കേസ് ഉള്ളത്? സെയിം ആൽഫബറ്റ്സ് ആർ യൂസ്ഡ്. ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. 1 സെറ്റ് ഓഫ് ഡാറ്റ തന്നു, ബട്ട് സെയിം ആൽഫബറ്റ്സ് ആർ യൂസ്ഡ്. ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിം എന്നുള്ളതിൽ വന്നിരിക്കുന്ന അക്ഷരങ്ങളാണ് NAME. ഇതേ അക്ഷരങ്ങളാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. സെയിം ആൽഫബറ്റ്സ് ആർ യൂസ്ഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ അത് റീഅറേഞ്ച്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു സെറ്റ് ഡാറ്റ വന്നു, അതേ അക്ഷരങ്ങളാണ് NAMEയിലുള്ള അതേ അക്ഷരങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. NAME നെയിമിലുള്ള അതേ അക്ഷരങ്ങളാണ് മീനിലുള്ളത്. അപ്പോൾ അതേ അക്ഷരങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് ദാറ്റ് ഇസ് എ കേസ് ഓഫ് റീഅറേഞ്ച്മെന്റ്. അപ്പോൾ അത് പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യനും അല്ല, കോഡിങ്ങിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യനും അല്ല. ഇറ്റ് ഇസ് ആക്ച്വലി റീഅറേഞ്ച്മെന്റ്. അപ്പോൾ അത് കോഡിംഗ് ആണെന്ന് വെച്ചാൽ കോഡിംഗ് ആണ്, ബട്ട് ഇറ്റ് ഇസ് എ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് ഓർത്ത് വെക്കണം. അതേ അക്ഷരങ്ങളാണ് ക്വസ്റ്റ്യനിൽ വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ജഡ്ജ്. അപ്പോൾ 3 രീതിയിൽ ക്വസ്റ്റ്യനെ ജഡ്ജ് ചെയ്യണം. ഒരു സെറ്റ് ഡാറ്റ മാത്രം തന്നു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സെറ്റ് ഡാറ്റ എന്ന് കഴിഞ്ഞാൽ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു സെറ്റ് ഡാറ്റ മാത്രം തന്നിട്ട് അതേ അക്ഷരങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ കേസ് ഓഫ് റീഅറേഞ്ച്മെന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ 3 രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങണം. എന്നിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ അത് റീഅറേഞ്ച്മെന്റ് ആണ്. ഇപ്പോൾ റീഅറേഞ്ച്മെന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ റീഅറേഞ്ച് ചെയ്യാം. എമ്മിൻ്റെ സ്ഥാനത്ത് ആരാ വരേണ്ടത്? എമ്മിൻ്റെ സ്ഥാനത്ത് 5 വരണം. അപ്പോൾ 5ൽ സ്റ്റാർട്ട് ചെയ്യണം. ഇയുടെ സ്ഥാനത്ത് എന്ത് വരണം? ഇയുടെ സ്ഥാനത്ത് 8 വരണം. എയുടെ സ്ഥാനത്ത് എന്ത് വരണം? 2 വരണം. ആൻഡ് ദെൻ എന്നിൻ്റെ പ്ലേസിൽ 4 വരണം. 5824. അപ്പോൾ അപ്രോച്ച് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ഫുഡ് കഴിച്ചിട്ട് വരാനുള്ള സമയമായോ? നിങ്ങളിതിപ്പോൾ 9 മണിക്കല്ലേ ക്ലാസ് തുടങ്ങി, 10 മണിയാകുമ്പോഴേക്ക് വിശക്കുണ്ടെന്ന് തന്നെ എന്താ ചെയ്യാം? നോക്കട്ടെ, നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ ഒന്ന് എത്തിക്കട്ടെ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്ലേ? ഇത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക് എടുക്കട്ടോ. ബ്രേക്ക് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമയത്ത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഇതൊന്ന് ക്വസ്റ്റ്യനിൽ നമ്മൾ അലൈൻമെന്റിൽ ഒരു ചെറിയ പ്രശ്നം വന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഇവിടെ എടുക്കാം. 16 Palam is scored as 43. Palam is scored as 43.
വാട്ട് വിൽ ബി ദ കോഡ് ഫോർ സാന്റാക്രൂസ് എന്നാണ് ക്വസ്റ്റ്യൻ. പാലത്തിൻ്റെ കോഡ് 43, സാന്റാക്രൂസിൻ്റെ കോഡാണ് ചോദിച്ചത്. പാലത്തിൻ്റെ കോഡ് ഒന്ന്, സാന്റാക്രൂസിൻ്റെ കോഡ് ചോദിച്ചു. അപ്പോൾ ഇത് തന്നു കഴിഞ്ഞാൽ പാലത്തിൻ്റെ കോഡ് 643 തന്നു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ ആണ്. കാരണം നമ്പർ പ്ലേസ് വാല്യൂ ആഡ് ചെയ്തിട്ടല്ലേ ഒരു നമ്പർ കിട്ടുള്ളൂ, അല്ല ഒരു സെറ്റ് ഡാറ്റ, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോഴല്ലേ 43 കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെരിഫൈ ആണെങ്കിൽ വെരിഫൈ ചെയ്യും, പക്ഷെ നിങ്ങൾ ആ റിസ്ക് എടുത്തോ, കാരണം അവിടെ വേറൊരു ഓപ്ഷൻ അവിടെ പോസിബിൾ അല്ല. പാലത്തിൻ്റെ പ്ലേസ് വാല്യൂ ആഡ് ചെയ്തിട്ടാണ് 43. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചു പ്രീവിയസ് ക്വസ്റ്റൻ, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്ലേസ് വാല്യൂ ഫോർ, അല്ലെങ്കിൽ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോഡ് ഫോർ സാന്റാക്രൂസ്. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് പ്ലേസ് വാല്യൂ ചെയ്യാം, ആഡ് ചെയ്യാം. പ്ലേസ് വാല്യൂ ചെയ്താൽ ആഡ് ചെയ്യാം. ST S19 A1 November 14th, T20 A1 C ABC 3, R looks like 18, UV U21 V22 Z26. ഇത് സ്പീഡിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ പോവും. അതുകൊണ്ടാണ് പ്ലേസ് വാല്യൂസ് അറിയണം എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂസ് മിനിമം ആ എക്സ്ട്രീംസിലുള്ള ടോപ്പിലുള്ളതും സൈഡിലുള്ളതെങ്കിലും ഓർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അതായിട്ട് കണക്ട് ചെയ്തിട്ടെങ്കിലും പറയാം. ST T20 ആകുമ്പോൾ S19 A1 November 14 ചിൽഡ്രൻസ് ഡേ, T20 അല്ലെങ്കിൽ ഈ ജ്യോതിയിലെ T20 അല്ലെങ്കിൽ T20 ബിസ്ക്കറ്റ് T20 ക്രിക്കറ്റ് എന്ന് ഓർക്കാം. A1 C3, R looks like 18, R18, U21 Z26. നമുക്കൊരു 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കാം. 5-6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. പെട്ടെന്ന് കഴിയും, എന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ പോകാം. അടുത്ത ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. In a certain code, 256 means you are good, 637 means we are bad, 358 means good and bad. Which of the following represents and in the code? അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് പല കളേഴ്സ് ഉപയോഗിക്കാം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എക്സാമിന് ഒരു പെൻസിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ അതാണ് ഇവിടെ എഴുതി വെച്ചത്. ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യാം, എന്നിട്ട് ഈ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന എന്താ, 256ലും 637ലും 6 കോമൺ ആണ്. ആ 6ന് ഞാൻ കോമൺ ആയിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ട്, അല്ല ഞാനിവിടെ ഒന്നുകൂടെ ചെയ്യാം. 256 means you are good. അതേപോലെ 637 means we are bad. നിങ്ങളെല്ലാവരും നല്ല ആൾക്കാർ, നമ്മൾ മോശം ആൾക്കാരല്ലേ, we are bad. പിന്നെ 358 means good and bad. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക, ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ 6 രണ്ടിലും കോമൺ ആണ്, ആ 6 എന്തായിട്ട് മാറി, 2 കോമൺ ആയിട്ടുള്ള ഗുഡ് ആയിട്ട് മാറും. ഇങ്ങനെ ഓരോന്നോരോന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ 2 ARE എന്നുള്ള 6 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ യു ആർ ഗുഡ്, രണ്ടാമത്തത് വി ആർ ബാഡ്. ഞാൻ എഴുതിയാലെന്തോ, ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. 256 മീൻസ് യു ആർ ഗുഡ്. ഞാൻ എഴുതിയാൽ മാറിപ്പോയല്ലോ, സോറി. കറക്റ്റ് ചെയ്യാം, ഞാൻ എഴുതി മാറിപ്പോയി. 256 മീൻസ് യു ആർ ഗുഡ്, 637 മീൻസ് വി ആർ ബാഡ്, 358 മീൻസ് ഗുഡ് ആൻഡ് ബാഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെയും സെക്കൻഡിലെയും ആർ എന്നുള്ള വേർഡ് സെയിം ആണ്, അവിടെ അക്ഷരം നമ്പർ 6 സെയിം ആയിട്ട് വന്നു. പിന്നെ നമ്മൾ സെക്കൻഡും തേർഡും നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടുള്ളത് ബാഡ് എന്നുള്ളത് കോമൺ ആണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 3 ആണ് കോമൺ ആയിട്ടുള്ള നമ്പർ. അങ്ങനെ സിമിലർ ആയിട്ട് നമുക്കിനി എടുക്കാൻ, കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഫസ്റ്റും ലാസ്റ്റിലും ഗുഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റിലും ലാസ്റ്റിലും ഗുഡിന് അതിൽ വരാവുന്ന രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 5 ആണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ 8 എന്നുള്ളത് ബാക്കി ഉണ്ടാവും. 8 എന്തായിട്ട് മാറുന്നുണ്ട്? ആൻഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സെൻറ്റൻസിലുള്ള ആ കോമൺ ആയിട്ടുള്ള നമ്പറും കോമൺ ആയിട്ടുള്ള വേർഡും പെൻസിലും കൊണ്ട് എന്തെങ്കിലും, ഇപ്പോൾ ട്രയാങ്കിൾ, ഏതെങ്കിലുമൊക്കെ ഷേപ്പ് ഉപയോഗിക്കുക. ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, അങ്ങനെ ഏതെങ്കിലും ഷേപ്സ് ഉപയോഗിച്ചിട്ട് ആ ഷേപ്സിൽ അങ്ങനെ മാർക്ക് ചെയ്തിടുക. പുറത്തേക്ക് ബാക്കിയുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സിസ്റ്റം ഈസ് കോൾഡ് ആസ് ദ സർവീസ് മേ ബി കോൾഡ് ആസ്. എത്ര സെറ്റ് ഡാറ്റ വന്നിട്ടുണ്ട്? എത്ര സെറ്റ് ഡാറ്റ ഉണ്ട് ഇവിടെ? വൺ സെറ്റ് ഓഫ് ഡാറ്റ അല്ലേ? സിസ്റ്റത്തിന് ഒരു ഡാറ്റ. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ടേംസിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെറ്റ് ഡാറ്റ മാത്രമേ തന്നിട്ടുള്ളൂ, ടേംസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതേ അക്ഷരങ്ങളാണ് വീണ്ടും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്?
ഇത് റീഅറേഞ്ച്മെൻ്റ് ആണ്. സെയിം ആൽഫബറ്റ്സ് ആർ യൂസ്ഡ്, ദാറ്റ് ഇസ് റീഅറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്, 6 തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി എടുക്കാം. സിസ്റ്റം എന്നുള്ള അക്ഷരത്തിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്ലേസ് വാല്യൂ ബേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അത് കാണുമ്പോൾ തന്നെ പ്ലേസ് വാല്യൂ ബേസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ബട്ട് എന്നാലും നമ്മൾ പറഞ്ഞത് എന്താ, ഒരു സെറ്റ് വാല്യൂ തന്നു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു സ്പെഷ്യൽ കേസ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സെറ്റ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ സെയിം ആൽഫബറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കുഡ് ബി എ കേസ് ഓഫ് റീഅറേഞ്ച്മെന്റ്. ഇപ്പോൾ ഇത് എന്താണ്, ഇറ്റ്സ് എ കേസ് ഓഫ് റീഅറേഞ്ച്മെന്റ് ആണ്. ഇതൊരു റീഅറേഞ്ച്മെന്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ റീഅറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ എന്തില്ല, 6 എന്നുള്ള ടേം തന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ടേംസിന്റെ റീഅറേഞ്ച്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ടീൻ്റെ പ്ലേസിൽ എന്താ വന്നിട്ടുള്ളത്, ടീൻ്റെ പ്ലേസിൽ 6 വന്നു. ഓക്കെ, ഇയുടെ പ്ലേസിൽ എന്താ വന്നിട്ടുള്ളത്, ഇയുടെ പ്ലേസിൽ 2 വന്നു. 6 എന്താന്ന് അറിയില്ല. എമ്മിൻ്റെ പ്ലേസിൽ എന്ത് വന്നു, എമ്മിൻ്റെ പ്ലേസിൽ 5 എടുക്കാം. എസിൻ്റെ പ്ലേസിൽ എന്തെടുക്കാം, 1 എടുക്കാം. അപ്പോൾ 6 to 5 എന്നുള്ളതിലാണ് ആൻസർ വരിക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സിയും ഡിയും വരില്ല. ഇനി ഓപ്ഷൻ എയും ബിയിൽ ഏതാണ് ആൻസർ എന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത ഇയുടെ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത വാക്കാണ് എന്ത്, 2. ഇക്ക് കറസ്പോണ്ടിങ് എടുത്ത വാക്ക് 2 ആണ്. അതേ 2 നമുക്ക് ഒരിക്കലും 6 എടുക്കാൻ പറ്റില്ല. സോ ആൻസർ ഓപ്ഷൻ എ വിൽ ബി റൂൾഡ് ഔട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. 4 എന്തിൻ്റെതാണെന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയില്ല. ബട്ട് ഒരിക്കലും ഇക്ക് എടുത്ത അതേ കോഡ് തന്നെ വീണ്ടും 6 കൊടുക്കാൻ പറ്റില്ല. സോ ഓപ്ഷൻ എ ആൻസർ എടുക്കാൻ പറ്റില്ല, ഓപ്ഷൻ ബി എടുക്കണം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സെറ്റ് ഡാറ്റ തന്നു. അപ്പോൾ റീഅറേഞ്ച്മെൻ്റ് ആണ്, പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സെറ്റ് വാല്യൂ വന്നു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആവാം, റീഅറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആവാം. അപ്പോൾ റീഅറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കാണാത്ത ഒരു അക്ഷരം കാണുന്ന സമയത്ത് നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ പ്ലേസ് വാല്യൂ ആണോ എന്നുള്ളത്. കാരണം 6 തന്നിട്ടില്ല, 6 എന്താണെന്ന് അറിയില്ല. അപ്പോൾ 6 അവിടെ തന്നിട്ടില്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആക്കി വെക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. 6ന്റെ വാല്യൂ ഒരിക്കലും ഈ വിൻ്റെ വാല്യൂ വരാൻ പറ്റില്ല. സോ അത് ഷുഡ് ബി എ ഡിഫറെൻറ്റ് വൺ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ബി എടുക്കാം. കയ്യാറായിട്ടുണ്ട്. എത്ര ക്വസ്റ്റൻ ഉണ്ട്, 1 2 3 4 ക്വസ്റ്റോട് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഫ്രെയിം ഈസ് സ്കോർഡ് ആസ് ദിസ്, എറൈസ് ഈസ് സ്കോർഡ് ആസ്. ഇതിൽ ഒറ്റ സെറ്റാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ പ്ലേസ് വാല്യൂ എന്നാണ് എടുത്തിട്ടുള്ളത്. ഒരൊറ്റ പ്രശ്നം മാത്രം, എല്ലാത്തിനും കൂടെ ഒരു 0 ഇട്ടു. എഫിൻ്റെ പ്ലേസ് വാല്യൂ 6 ആണ്, എൻ്റെ കൂടെ 0 ഇട്ടു. ആറിൻ്റെ പ്ലേസ് വാല്യൂ 18 ആണ്, എൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. എമ്മിൻ്റെ പ്ലേസ് വാല്യൂ MN നവംബർ 14th ചിൽഡ്രൻസ് ഡേ ആണെങ്കിൽ മറ്റേ 13, അല്ലെങ്കിൽ ഫ്രണ്ട് 3 ഫെൽ ഡൗൺ ഫോർവേഡ് 13, E5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂസ്. അപ്പോൾ ഈ പ്ലേസ് വാല്യൂസിൻ്റെ മുന്നിൽ ഒരു 0 വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമിലറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എറൈസിൻ്റെ എടുക്കുന്ന സമയത്ത് പ്ലേസ് വാല്യൂസിലൊക്കെ ഒരു 0 ഫ്രണ്ടിൽ വെക്കണം എന്ന് മാത്രം. A1 R18, I9, ST 19, E5, ഇപ്പോൾ 0 5. അപ്പോൾ അത് ആൻസർ ഏതാ വരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ ഓപ്ഷനിൽ ഏതാ വന്നത്, 01 18 01 19 05. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് കംസ് അറ്റ് ദ ലാസ്റ്റ് പ്ലേസ് ഓഫ് RUX AD. അപ്പോൾ ഇതൊരു ആക്ച്വലി ഇറ്റ്സ് എ സീരീസ്, ഇതൊരു സീരീസാണ്. അപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂസ് ഓരോന്നിൻ്റെ എഴുതിയിട്ട് ആ സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. R is 18, UV 21, X 24. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. +3 എന്ന രീതിയിലാണ് പോകുന്നത്. +3 ചെയ്ത സമയത്ത് 27 ആണ് വരിക. 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z 26 അവസാനിക്കും, വീണ്ടും എയിൽ സ്റ്റാർട്ട് ചെയ്യും. 27 എന്ന് പറഞ്ഞാൽ നമ്പർ നമ്മൾ ആൽഫബറ്റ്സ് 26 അവസാനിച്ചാൽ 27 വീണ്ടും എയിലേക്കാണ് വരിക. അപ്പോൾ അവിടെ +3 ചെയ്യുന്ന സമയത്ത് ഇത് 1 ആയിട്ട് മാറി. 1 + 3 4 വരും. 4 വരിക എന്ന് പറഞ്ഞാൽ D കറക്റ്റാണ്. ഡി ആണ് 4th പ്ലേസിലുള്ളത്. അപ്പോൾ അവിടെ D ആണ് 4th പ്ലേസിലുള്ളത്. അപ്പോൾ വീണ്ടും +3 ചെയ്യുന്ന 7th പ്ലേസിലുള്ള G7 കൺട്രീസിലാണ് G വരുന്നത്. അപ്പോൾ G ആണ് അവിടെ വരുന്നത്. അപ്പോൾ +3 എന്നുള്ള പാറ്റേൺ ആണെന്നുള്ള നമ്പർ സീരീസ് ആണെന്നുള്ള മനസ്സിലാക്കി പ്ലേസ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ചെയ്ത സമയത്ത് ഐ ഹാവ് സീൻ സ്റ്റുഡൻസ് ഗിവിങ് വെരി സ്ട്രേഞ്ച് ആൻസേഴ്സ്. അവർ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ചില ആളുകൾ പറഞ്ഞു സാർ ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ജിറാഫാണ് ഓട് വൺ ഔട്ട് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞ് എന്താ പറയുക, സീബ്രക്ക് 2 സീബ്ര മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബാക്കിയൊക്കെ കളർഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആൻസർ പറയുന്ന സമയത്ത് അതിപ്പോൾ നമ്മൾ എന്താ പറയുക, നോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അതിൽ നമ്മൾ എടുക്കേണ്ട ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓഡ് വൺ ഔട്ട് ചോദിക്കുക. ദെൻ സം സ്റ്റുഡൻസ് ആക്ച്വലി ട്രൈഡ് ഔട്ട് ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ബേസിലും ചെയ്യുന്ന സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് ഞാൻ ക്ലാസ്സിൽ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് നൗണാണ്. സീബ്ര, ജിറാഫ്, ഹോസ്, ടൈഗർ, പ്ലേസ് വാല്യൂ ബേസ്ഡ് ആൽഫബറ്റ്സ് എന്നല്ല, ദീസ് ആർ പ്രോപ്പർ നൗൺസ് എന്ന് ആദ്യം ജഡ്ജ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഓഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അംഗീകരിക്കണം,
അത് അംഗീകരിക്കാത്ത ഒരാളെ നമുക്ക് മാറ്റി നിർത്താം. ആ രീതിയിൽ എടുക്കുന്ന സമയത്ത് ആൻസർ എന്തെടുക്കണം? ടൈഗർ എടുക്കണം. കാരണം ടൈഗർ മാത്രം എന്താണ്? ഫ്ലഷ് ഈറ്റിംഗ് ആനിമലാണ്. അതിനെന്തൊരു പേരുണ്ട്, ബയോളജി പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ പേര് എന്താണ് അതിൻ്റെ പേര്? എന്താണ് പേര്? ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിന് ഒരു പേരുണ്ട്. അപ്പോൾ ഫ്ലഷ് ഈറ്റിംഗ് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് ടൈഗറാണ് നമുക്കിവിടെ ആൻസർ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഓഡ് വൺ ഔട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം ഓഡ് വൺ ഔട്ടിൽ. അപ്പോൾ അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ആൻസർ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രോപ്പർട്ടി ബേസ് ആയിരിക്കണം, അല്ലാതെ കഴുത്ത് വലുതായതുകൊണ്ടെന്നുള്ള രീതിയിലൊന്നും പറയരുത്. ഒരു പ്രോപ്പർട്ടി ബേസ് ആയിട്ട് എടുത്തിട്ട് ആൻസറിലേക്ക് എത്തിക്കണം. ഇൻ എ സർട്ടൺ കോഡ് താങ്ക്സ് ഇസ് റിട്ടൺ ആസ് SK and THA. ഒറ്റ സെറ്റ് തന്നിട്ടുള്ളൂ, ബട്ട് ഇസ് ആക്ച്വലി എ റീ അറേഞ്ച്മെന്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എടുക്കുന്ന അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ വന്നു, നമ്മളെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമ്മൾ ജഡ്ജ് ചെയ്യുന്ന എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു സെറ്റ് വാല്യൂ ആണെങ്കിൽ രണ്ട് രീതിയിൽ വരാം. ഒരു സെറ്റ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് കുഡ് ബി എ പ്ലേസ് വാല്യൂ ബേസ്ഡ് പ്രോബ്ലം ആവാം, ഇറ്റ് കുഡ് ബി എ റീ അറേഞ്ച്മെന്റ്. അപ്പോൾ അതേ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് റീ അറേഞ്ച്മെന്റ് ആണ്. താങ്ക്സിൽ അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ച് SK and TH ചെയ്തുമ്പോൾ ദാറ്റ് ഇസ് എ റീ അറേഞ്ച്മെന്റ്. എങ്ങനെ റീ അറേഞ്ച് എന്ന് നോക്കാം. THനെ അവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ലാസ്റ്റിലേക്ക് കൊണ്ടുപോയി വെച്ചു. THനെ ഫസ്റ്റിൽ THനെ കട്ട് ചെയ്ത് ലാസ്റ്റിൽ കൊണ്ടുവച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഇതിനെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ STU എന്തോ ഒരു ലാസ്റ്റിൽ വരും. ഈ കട്ട് ചെയ്തിട്ട് ഫസ്റ്റിലെ പീസിനെ കട്ട് ചെയ്ത് ലാസ്റ്റ് വെച്ചാൽ STU ലാസ്റ്റിൽ വരും. അതിനുശേഷം എന്താ ചെയ്തത്? NKSനെ എന്ത് ചെയ്തു? അവർ തിരിച്ചെഴുതി. NKSനെ തിരിച്ചെഴുതി, SKN എന്ന് എഴുതി. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചെഴുതണം. തിരിച്ചെഴുതുമ്പോൾ എന്താവും? ഡിപ്പ് DIP സ്റ്റൂ. ഇവിടെ ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ എന്നൊക്കെ പറയല്ലേ, അതേമാതിരി ഡിപ്പ് സ്റ്റൂ. ഓക്കെ, അപ്പോൾ ഇതോടെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്തു? നമ്മളിപ്പോൾ എടുത്തത് കാൽക്കുലസ് കംപ്ലീറ്റ് ചെയ്തു, പ്ലസ് നമ്പർ സീരീസ് കോഡിങ് ഡീകോഡിങ് എടുത്തിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക്. എത്ര സമയം? 10:20 അല്ലേ? 20 minutes ബ്രേക്ക് എടുത്ത. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വരിക. 10:50 10:25 10:45 എല്ലാവരും ജോയിൻ ചെയ്യുക. കറക്റ്റ് ഒരു ടൈമാണ്, നമുക്ക് പറയാൻ പറ്റുന്ന, ഓർക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് 10:45. 10:45 എല്ലാവരും ജോയിൻ ചെയ്യുക. 10:45 നമ്മൾ റീസണിങ്ങിന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനല്ല കേട്ടോ പഠിക്കുന്നത്. വി ആർ ആക്ച്വലി ട്രൈങ് ടു ലേൺ, വി ആർ ആക്ച്വലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രീവിയസ് ഇയർ ലാസ്റ്റിലേക്കൊക്കെ ഉള്ളത് പുതിയ പുതിയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ താങ്ക്സിൻ്റെ റീ അറേഞ്ച്മെൻറ്റ് ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ടേക്ക് എ ബ്രേക്ക്, കം ബാക്ക് ബൈ 10:45. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. ഡയറക്ഷൻ സെൻസ്. റീസണിങ്ങിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്റർ ഡയറക്ഷൻ സെൻസ്. ടോട്ടൽ സിലബസിൽ 18 ചാപ്റ്ററിലെ 10th ചാപ്റ്റർ. ഓക്കെ, പോയവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ബ്രേക്ക് 10:45 വരെയാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഡയറക്ഷൻ സെൻസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു കോമ്പസ് കാണാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, പിന്നെ അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻസ് കൂടാതെ സെക്കൻഡറി ഡയറക്ഷൻസും ഉണ്ട്. അപ്പോൾ ആ സെക്കൻഡറി ഡയറക്ഷൻസും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് പ്രൈമറി ഡയറക്ഷൻസ്, 4 പ്രൈമറി ഡയറക്ഷൻസ്. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഡയറക്ഷൻ നടുവിൽ വരുന്നത് നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെ ഇടയിൽ വരുന്ന നോർത്ത് ഈസ്റ്റ്, സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെ ഇടയിൽ സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഈ പ്രൈമറി ഡയറക്ഷൻസ് അല്ലാതെ ഈ സെക്കൻഡറി ഡയറക്ഷൻസ് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹായ് അജ്ന, പൂജ, ഷംല, അനന്തു, ഹായ്. സോ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇവിടെ ഡയറക്ഷൻ സെൻസ് തുടങ്ങാം. അപ്പോൾ ആ ഡയറക്ഷൻ സെൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഐ ക്ലാസിഫൈഡ് ദ ക്വസ്റ്റ്യൻസ് ഇൻടു വേരിയസ് ടൈപ്സ്. നമ്മൾ എക്സസൈസിലുള്ളതും
പ്രീവിയസ് ഇയറിലുള്ളതും ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഞാനിതിനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു ഐ ടുക്ക് ഓൺ എ ടൂർ അല്ലേ, ഞാൻ ഒരു പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് വരുന്ന 10% ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഐ ഷോഡ് യു സംതിങ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തിൽ എന്ത് വന്നിട്ടുണ്ട്, വി ഹാഡ് ദിസ് കേസ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒരു കേസ് വന്നിരുന്നു. അതേതാ കേസ്, ഇതേപോലെ ഫൈനൽ ഡയറക്ഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫൈനൽ ഡയറക്ഷൻ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ വരയ്ക്കണ്ട. ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന കേസിൽ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ടൂളാണ് ഉപയോഗിക്കുക, വിൽ ബി യൂസിങ് എ പെൻസിൽ. പക്ഷേ പെൻസിൽ നമ്മൾ വരയ്ക്കാനല്ല ഉപയോഗിക്കുക, നമ്മൾ എന്ത് ചെയ്യും, ഡയറക്ഷൻ പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫൈനൽ ഡയറക്ഷനിൽ ഞാൻ പറഞ്ഞു വരയ്ക്കേണ്ട. ഓക്കെ, ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന സമയത്ത് വരയ്ക്കേണ്ട. ഫൈനൽ ഡയറക്ഷൻ നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാം. അവിടെ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡ് എന്നുള്ളത് ക്ലോക്ക് വൈസ് ആയിട്ട് ഓർക്കാം. രണ്ടും കൂടെ ഓർത്ത് വെക്കരുത്, കൺഫ്യൂഷൻ ആവും. റൈറ്റ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് പഠിക്കരുത്. ഒരെണ്ണം മാത്രം സ്ട്രെസ് ചെയ്യാം. റൈറ്റ് ഇസ് ടേക്കൺ ആസ് ക്ലോക്ക് വൈസ്, ഇത് മാത്രം സ്ട്രെസ് ചെയ്ത് എടുക്കുക. റൈറ്റ് എന്നുള്ളത് ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുക. റൈറ്റ് ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, മറ്റേത് കൗണ്ടർ ക്ലോക്ക് വൈസ് നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, ഒരെണ്ണം മാത്രം പ്രോപ്പറായിട്ട് ഓർത്താൽ മതി. റൈറ്റ് എന്നുള്ളത് ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഇതിങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ച് വായിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ സമയം എടുക്കൂലേ. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്, വാക്സ് ടുവേർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് പെൻസിൽ പോയിന്റ് ചെയ്യുന്നു, നോർത്തിലേക്ക് പോകുന്നു, ഒരാൾ നോർത്തിലേക്ക് പോകുന്നു. ഈ ടേൺസ് ലെഫ്റ്റ്, നമ്മൾ പറഞ്ഞ എന്താണ്, റൈറ്റ് ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് എന്താവും, കൗണ്ടർ ക്ലോക്ക് വൈസ്. പെൻസിൽ സാധാരണ ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ട് തിരിയുക, റൈറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് തിരിയും. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിയും. ടേൺസ് ലെഫ്റ്റ്. പിന്നെ അഗെയിൻ ഹി ടേൺസ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. വീണ്ടും റൈറ്റ്, വീണ്ടും ഇങ്ങോട്ട് തിരിയും. He gets up and walks straight for 2 miles in the same direction and turns right. വീണ്ടും റൈറ്റ്, ക്ലോക്ക് വൈസ് റൈറ്റ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക്. ഫൈനൽ ഡയറക്ഷൻ എങ്ങോട്ട് ഇയാൾ ഫേസ് ചെയ്യുന്നത്, ഈസ് ഫേസിങ് ഇൻ ദ സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾ എക്സാം ഹോൾ ഇതേപോലെ ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സെൻറ്റൻസ്, അപ്പോൾ ഇവിടെ അപ്രോച്ച് ഞാൻ പറഞ്ഞു തരാം. യു ആർ റീഡിങ് ദ ലാസ്റ്റ് സെൻറ്റൻസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റൊട്ടേറ്റ് ദ പെൻസിൽ. രണ്ടാമത്തെ പോയിന്റ്, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ബൈ റീഡിങ് ദ ലാസ്റ്റ് സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വാട്ട് ഇസ് എ ഡയറക്ഷൻ ഹീസ് ഫേസിങ് നൗ. ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ ഫൈനൽ ഡയറക്ഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആൻഡ് ദെൻ വിൽ ബി ഡൂയിങ് ഇറ്റ് ബൈ ജസ്റ്റ് റൊട്ടേറ്റിംഗ് ദ പെൻസിൽ. അപ്പോൾ അത് റൈറ്റ് ഇസ് ഓൾവേസ് ടേക്കൺ ക്ലോക്ക് വൈസ്. ക്ലോക്ക് ഇപ്പം കുറേ ആൾക്കാർ ഡിജിറ്റലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു നോർമൽ ക്ലോക്കൊക്കെ വീട്ടിലുണ്ടാവും. ഇപ്പോഴും വീട്ടിലെ ക്ലോക്ക് അതും ഡിജിറ്റലായിട്ട് മാറുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സാധാരണ ക്ലോക്ക് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ക്ലോക്കിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതെന്ന് ഓർക്കാം. റൈറ്റ് എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാം. ജസ്റ്റ് റൊട്ടേറ്റ് ദ പെൻസിൽ, നമുക്ക് ആൻസറിലേക്ക് എത്തും. യെസ്, അജ്ന, ജിൻഷ, നെഹിത, ജോഡി എല്ലാവരും ആൻസർ ഇട്ടിട്ടുണ്ട്. സോ വിൽ മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ഫ്രം ദ ലാസ്റ്റ് സെൻറ്റൻസ്. എന്താ ലാസ്റ്റ്, ഏറ്റവും ആദ്യം വായിക്കേണ്ടത് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗോയിങ് ഇൻ ഡാഷ് ഡയറക്ഷൻ. ഇപ്പോൾ ഫൈനൽ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. ടേക്ക് എ പെൻസിൽ, സ്റ്റാർട്ട് പോയിൻറ്റിങ് ഇറ്റ് ടുവേർഡ്സ് ഗിവൺ ഡയറക്ഷൻ. എ മാൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേർഡ്സ് ഈസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് എടുക്കുന്നത്, നിങ്ങൾ നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കാം. എ മാൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേർഡ്സ് ഈസ്റ്റ്. ആഫ്റ്റർ വാക്കിംഗ് സർട്ടൺ ഡിസ്റ്റൻസ് ഹി ടേൺസ് ഹിസ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. ആഫ്റ്റർ മൂവിങ് സം ഡിസ്റ്റൻസ് ഹി ടേൺസ് ഹിസ് റൈറ്റ്. റൈറ്റേക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ക്ലോക്ക് വൈസ്. ആഫ്റ്റർ മൂവിങ് ഹി ടേൺസ് ഹിസ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് താഴത്തേക്ക്. ഈസ് ഗോയിങ് ഇൻ വിച്ച് ഡയറക്ഷൻ, അഗെയിൻ ഇറ്റ്സ് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ അതിങ്ങനെ വെറുതെ പെൻസിൽ കറക്കിയാൽ ആൻസറിലെത്തും. അത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇറ്റ് ടേക്സ് ഓൺലി ഫ്യൂ സെക്കൻഡ്സ്, 5 to 10 seconds കൊണ്ട് ആൻസറിലെത്തും. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ആദ്യം വായിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷൻ സെൻസിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ആർ റീഡിങ് ദ ലാസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ്. ഇനി ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റില്ലേ? ഡയറക്ഷൻ, ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയറിൽ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ആംഗുലാർ ക്വസ്റ്റ്യൻസ്. എക്സൈസിൽ ഇല്ലാത്തതാണ്, ICAയുടെ മോഡ്യൂളിൽ ഇല്ലാത്തതാണ്, ബട്ട് പ്രീവിയസ് ഇയറിൽ വരുന്ന ടൈപ്പാണ് ആംഗുലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആംഗുലർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് നമ്മൾ ഡയറക്ഷൻ സെൻസിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വിൽ ബി റീഡിങ് ദ ലാസ്റ്റ് സെൻറ്റൻസ്. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ അത് ഡയറക്ഷൻ സെൻസിൽ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ആൾ മൂവ് ചെയ്യുന്നതോ ഡിസ്റ്റൻസോ ഡയറക്ഷൻ ഒക്കെ തരുന്നത് ഡയറക്ഷൻ സെൻസിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. വി ഡോണ്ട് ഹാവ് ടു റീഡ്. കണ്ടാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് വായിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് യു ഫൈനലി മൂവിങ്.
ഏത് ഡയറക്ഷനിലാണ് ചോദിച്ചതാണ് മൂവ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. മാധുരി മൂവ് ഡിസ്റ്റൻസ് ഓഫ് 75 മീറ്റർ ടുവേർഡ്സ് നോർത്തിലേക്ക് നടക്കുന്നു. അവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട്. ഫോർ അബൌട്ട് ആൻഡ് ദെൻ ഷീ ടേൺ ലെഫ്റ്റ് അഗെയിൻ, വീണ്ടും ലെഫ്റ്റ്, വീണ്ടും താഴത്തേക്ക്. ഫൈനലി ഷീ ടേൺ ടു റൈറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന പോലെയാണ്, പക്ഷേ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 45 ഡിഗ്രി, സൂചി ഇങ്ങനെ മെല്ലെ തിരിക്കാം, 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇയാൾ ഫൈനലി പോയിന്റ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ ഏതാ? 45 ഡിഗ്രി താഴത്തേക്ക് നിൽക്കുന്ന ഒരാൾ ഇവിടുന്ന് 45 ഡിഗ്രിയാണ് തിരിഞ്ഞത്. അപ്പോൾ 45 ഡിഗ്രി താഴത്തേക്ക് നിൽക്കുന്ന ഒരാൾ 45 ഡിഗ്രിക്ക് എടുക്കുന്നത് മനസ്സിലാക്കുക. 90 ഡിഗ്രി ഇവിടുന്ന് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരം ഇങ്ങോട്ട് വരും. 45 ഡിഗ്രി തന്നെ അതിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കും. സോ ദാറ്റ് ഇസ് ഇൻ ദ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. എന്താ ആൻസർ വരുന്നത്? സൗത്ത് ഈസ്റ്റ് ആണോ സൗത്ത് വെസ്റ്റ് ആണോ? ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ആൻസർ. പെന്ന് വലിയ പെന്നായി പോയല്ലോ. ജസ്റ്റ് കറക്റ്റഡ്. ഡയറക്ഷൻസ് ഞാനിവിടെ വരച്ചു വെക്കാം. നമ്മളെ ചോദ്യത്തിന് ആൻസർ എന്താണ്? സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് ആണ് ആൻസർ. പറഞ്ഞ മാറിപ്പോയി. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഈസ് പോയിന്റിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദ ആൻസർ ഈസ് പോയിന്റിങ് ടുവേർഡ്സ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 7. എ പേഴ്സൺ ഫേസിങ് നോർത്ത്. ഈ ക്വസ്റ്റ്യനിൽ ചെറിയ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ മെമ്മറി ബേസ്ഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ക്വസ്റ്റ്യനിൽ ചെറിയ എന്താ പറയുക, വേർഡ് എഴുതിയിരിക്കുന്ന ടൈപ്പിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ അതാണ്. പേഴ്സൺ ഇസ് ഫേസിങ് നോർത്ത്. ആൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. അവിടുന്ന് ഇയാൾ 70 ഡിഗ്രി ക്ലോക്ക് വൈസ് മൂവ് ചെയ്തു. എഗെയിൻ 70 ഡിഗ്രി ക്ലോക്ക് വൈസ് മൂവ് ചെയ്തു. സോ ആദ്യം അയാൾ 70 ഡിഗ്രി മൂവ് ചെയ്തു, പിന്നെ 70 ഡിഗ്രി മൂവ് ചെയ്തു. അപ്പോൾ ടോട്ടലി അയാൾ 370 ഡിഗ്രിയാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി എടുക്കുന്നത്, ഈ മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത്, ആംഗുലർ മൂവ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ മൊത്തത്തിൽ അയാൾ 360 ഡിഗ്രി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹീൽ ബി റീച്ചിങ് ദ സെയിം പോയിന്റ്. ഇത് മനസ്സിലാക്കി വെക്കണം. 360 ഡിഗ്രി നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫുൾ റൊട്ടേഷൻ, ഫുള്ളായിട്ട് കറങ്ങി അയാൾ അതേ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കും. 360 ഡിഗ്രിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് പേഴ്സൺ കംസ് ബാക്ക് ടു ദി ഇനീഷ്യൽ പൊസിഷൻ, വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്ന് എത്തും 360 ഡിഗ്രി കറങ്ങി കഴിഞ്ഞാൽ. ഇപ്പോൾ 360 ഡിഗ്രി ക്ലോക്ക് വൈസ് കറങ്ങി കഴിഞ്ഞാൽ ഈസ് ബാക്ക് അറ്റ് ദ സെയിം ലൊക്കേഷൻ. പക്ഷേ 370 ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഒരല്പം കൂടെ തിരിയും. സോ അതാണ് ആൻസർ വരുന്നത്. 360 ഡിഗ്രി കംസ് ബാക്ക് ടു ദ സെയിം പോയിന്റ്, അവിടെ നിന്ന് ഒരല്പം കൂടെ ഇങ്ങോട്ട് തിരിയും. സോ അത് നമ്മൾ ഡയറക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ ഈസ് പോയിന്റിങ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ് വരിക. ചെറിയ രീതിയിലാണ്, ബട്ട് 10 ഡിഗ്രീസ് ഈസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും, ഒന്ന് യു ആർ ആസ്ഡ് റിഗാർഡിങ് ദ ഫൈനൽ ഡയറക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു, പ്ലസ് വി ആർ ആസ്ഡ് ആംഗുലർ മൂവ്മെൻറ്റ്സ് വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആംഗുലർ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും ഫൈനൽ ഡയറക്ഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പെൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? രണ്ടും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ടൈപ്പാണ്. ഫൈനൽ ഡയറക്ഷൻ റിലേറ്റഡ് ടു ഇനീഷ്യൽ. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഡ്രോ ദ ഡയഗ്രാം, ക്വസ്റ്റ്യൻ വരുന്നത്, ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ മാർക്കറ്റ് ഫ്രം ഹിസ് ഹൗസ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ മാർക്കറ്റ് ഫ്രം ഹിസ് ഹൗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ്. അയാളെ മാർക്കറ്റ് ഇയാളെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ മാർക്കറ്റ് എവിടെയെന്ന് നോക്കിയ സമയത്ത് ദാറ്റ് ഈസ് റിലേറ്റഡ്. കമ്പയർ ചെയ്തും കൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് നമ്മളത് പ്രോപ്പർലി വരച്ചിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. കറക്റ്റായിട്ട് നമുക്ക് ആൻസർ വരും. സോ അത് നമ്മൾ അഗെയിൻ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ജഡ്ജ് ചെയ്യുന്നത്. ആൻഡ് ദെൻ യു ഹാവ് ടു സ്റ്റാർട്ട് ഡ്രോയിങ് ഇറ്റ്. യെസ് റഹ്മത്ത് സലീം, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്ഷൻസ്, ഫൈനൽ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഒരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് സ്കെയിൽ ചെയ്ത് വരയ്ക്കുക തന്നെ വേണം. സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ തന്നെ പ്രോപ്പർ മെഷർമെൻറ്റ്സ് എടുത്ത് വരയ്ക്കുക എന്നുള്ളതാണ്. മനു വോണ്ട്സ് ടു ഗോ ടു ദ മാർക്കറ്റ്. ഈ സ്റ്റാർട്ട്സ് ഫ്രം ഹിസ് ഹൗസ്. ഇപ്പോൾ ഇയാളെ ഹൗസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹി സ്റ്റാർട്ട്സ് ഫ്രം ഹിസ് ഹൗസ് ടുവേർഡ്സ് നോർത്തിലേക്ക് പോയി. റീച്ചസ് അറ്റ് എ ക്രോസിംഗ് ആഫ്റ്റർ. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, വേണം ഒന്നുകൂടെ നിങ്ങൾ കൂടെ ഒന്നുകൂടെ വരയ്ക്കാം. ഹി സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്. ഇയാൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹി സ്റ്റാർട്ട്സ് ആൻഡ് 30 മീറ്റർ നോർത്തിലേക്ക് നടന്നു. 30 മീറ്റേഴ്സ് നോർത്തിലേക്ക് ട്രാവൽ ചെയ്തു. ആൻഡ് നോർത്ത് ഹി റീച്ചസ് അറ്റ് എ ക്രോസിംഗ് ആഫ്റ്റർ 30 മീറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഈ ടേൺസ് ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് ആൾ തിരിയുന്നു. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തേക്ക് തിരിയുന്നു. ഗോസ് 10 മീറ്റേഴ്സ്.
ഇപ്പോൾ 10 മീറ്റർ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു, 10 മീറ്റർ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു. ടേൺസ് അഗെയിൻസ് മൂവിങ് ടുവേർഡ്സ് സൗത്ത് അഗെയിൻ ഫോർ 30 മീറ്റേഴ്സ്. ഇപ്പോൾ ഇവിടുന്ന് സൗത്തിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെയും 30 മീറ്റർ ട്രാവൽ ചെയ്തു. ആൻഡ് വേർ ദ മാർക്കറ്റിംഗ് കോംപ്ലക്സ് എക്സിസ്റ്റ്. അപ്പോൾ ഇവിടെ ഫൈനൽ പോയിന്റ്, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ MT0 കാണിക്കും, ഫൈനൽ പോയിന്റ് ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കാറുണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. സ്റ്റാർട്ടിങ്ങിൽ 0, എൻഡിങ്ങിൽ അത് ഷെയ്ഡ് ചെയ്ത് വെക്കും. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ മാർക്കറ്റ് ഫ്രം ഹിസ് ഹൗസ്. എവിടുന്ന് ഇയാൾ സ്റ്റാർട്ട് ചെയ്തത്? ഇയാൾ ഹൗസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റിലെത്തി. ഇനി ഐ ഹാവ് സീൻ സ്റ്റുഡൻസ് മേക്കിംഗ് എ വെരി ക്രിട്ടിക്കൽ എറർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു സാധനം ഞാൻ കാണാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൗസിൽ നിന്ന് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഡയറക്ഷനും മാർക്കറ്റിൽ നിന്ന് ഹൗസിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഡയറക്ഷനും രണ്ടും നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ആൻസറിൽ രണ്ടും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം തെറ്റിക്കരുത്. ചോദ്യം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ മാർക്കറ്റ് ഫ്രം ഹിസ് ഹൗസ്. അപ്പോൾ ഇയാൾ എവിടെ നിന്നാണ് നോക്കേണ്ടത്? ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണം. ഫ്രം ഹിസ് ഹൗസ്, ഹൗസിൽ നിന്നും മാർക്കറ്റിലേക്കാണ് നോക്കാൻ പറഞ്ഞത്. ഹൗസിൽ നിന്ന് മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എവിടെയാണ് ഉള്ളത്? ഈസ്റ്റ് ഡയറക്ഷനിലാണുള്ളത്. അതിന് പകരം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഹൗസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ എന്താവും? വെസ്റ്റ് ആവും. തെറ്റിക്കരുത്. ഇത് ക്ലാസ്സിൽ ഞാൻ സ്ഥിരം കാണുന്നതാണ്. ഇത് സ്ഥിരം കാണുന്നതെന്ന് ഇൻ ദ സെൻസ് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് തെറ്റ് വരുത്താം, അപ്പോൾ അതേ ഫസ്റ്റ് ടൈമേഴ്സ്. പക്ഷേ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ 3, 4 ഈവൻ മോർ ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് തരുന്ന സ്റ്റുഡൻസ് പോലും അവസാന ആൻസർ തിരിച്ച് പറയുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. അത് ചിലപ്പോൾ അത് സ്പീഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നതായിരിക്കും. ബട്ട് ബി കോഷ്യസ്. നമ്മൾ സ്പീഡ് കൂടുതൽ നല്ലതാണ്, ബട്ട് ആ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ എഫിഷ്യൻസി ഒരിക്കലും കുറഞ്ഞു പോകരുത്, ഇത് തെറ്റിപ്പോകരുത്. ഫൈനൽ ഡയറക്ഷൻ റിലേറ്റഡ് ആയി ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അത് നിങ്ങൾക്ക് സംശയം തോന്നുകയാണ് എന്ത് ചെയ്യുക, അതേപോലെ ഒരു ആരോ ഇട്ട് വെക്കാം. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്നുള്ളത് ജഡ്ജ് ചെയ്യുക, അവിടെ ആരോ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ലുക്ക് ഫോർ ദ ഡയറക്ഷൻ. തെറ്റിക്കാതിരിക്കാനാണ് ഈ കാര്യം വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ടൈപ്പ്. ആ ടൈപ്പിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ടുണ്ട്. ഇഫ് മോഹൻ ട്രാവൽസ് ടുവേർഡ്സ് നോർത്ത് ഫ്രം ഹിസ് ഹൗസ്. മോഹൻ അയാളെ വീട്ടിൽ നിന്നും ഹൗസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ടുവേർഡ്സ് നോർത്ത് ഫ്രം ഹിസ് ഹൗസ്, നോർത്തിലേക്ക് ട്രാവൽ ചെയ്തു. ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സെൻറ്റൻസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് മോഹൻസ് ഹൗസ് ഫ്രം സോഹൻസ് ഹൗസ്. അപ്പോൾ റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ വരച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഈക്വൽ ഡിസ്റ്റൻസ്. അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറയണ്ട. യു ഹാവ് ടു ടേക്ക് ഈക്വൽ ഡിസ്റ്റൻസ്. ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ, കാരണം റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കണം, ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് തന്നില്ലെങ്കിലോ നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കും. നമ്മുടെ അടുത്ത് ഇന്നത് എടുക്കണം എന്ന് പറഞ്ഞിരുന്ന നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് പോലെ. ഇപ്പോൾ ക്ലാസ്സിൽ ഒരു കേക്ക് കട്ട് ചെയ്ത് വെച്ച് വിചാരിച്ചു, വെറുതെ ക്രിസ്മസിന് നമ്മളിപ്പോൾ കഴിഞ്ഞ സൈലം ഇപ്പോൾ ലാസ്റ്റ് സ്റ്റുഡൻസ് വെക്കേഷൻ പോകുന്നതിന് മുന്നേ ഒരു വലിയ കേക്ക് വാങ്ങി കട്ട് ചെയ്തിരുന്നു നമ്മൾ ക്ലാസ്സിൽ. അപ്പോൾ കേക്ക് വലിയ കേക്കായിരുന്നു, വാങ്ങി കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആളുകൾ വെച്ച് നോക്കുന്ന സമയത്ത് കേക്ക് ഇനി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ആദ്യം എല്ലാവരും അവരുടെ ഡീസൻസ് വെച്ചിട്ട് എല്ലാവരും ഓരോ പീസ് എടുത്ത് പോയി. സോ ദ കേക്ക് വാസ് ലൈങ് ഓൺ ദ ഡെസ്ക്. ബാക്കിയുള്ളവർ അധികം ഫാക്കൽറ്റീസ് ആണെങ്കിലും സ്റ്റാഫൊന്നും ഒരുപാടൊന്നും എടുത്ത് കഴിച്ചിട്ടില്ല. ഇറ്റ് വാസ് സ്റ്റിൽ ദെയർ. ടേബിളിൻ്റെ മുകളിൽ കുറേ കേക്ക് ബാക്കിയുണ്ടായിരുന്നു. സോ വി ടോൾ ദ സ്റ്റുഡൻസ് നിങ്ങൾ ആവശ്യമുള്ള എടുത്ത് കഴിച്ചു. അപ്പോൾ ആവശ്യമുള്ള അവർ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കുക, പെട്ടെന്ന് കേക്ക് തീരും. അപ്പോൾ ഓരോന്ന് എടുത്തോ എന്ന് പറഞ്ഞാൽ ഓരോന്ന് എടുക്കുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ബൈ ഡിഫോൾട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഈക്വലായിട്ട് എടുക്കല്ലേ ചെയ്യാം. എല്ലാവരും ഓരോ പീസ് എടുത്ത് നിർത്തല്ലേ ചെയ്യാം. ഈക്വൽ ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് എടുക്കണം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ബി ടേക്കിംഗ് ഈക്വൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു മനസ്സിലാക്കി വെക്കാം. ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫൈനൽ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ചോദിക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഈക്വൽ ഡിസ്റ്റൻസ്. എടുത്ത് വരയ്ക്കാം. വരച്ചത് അവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ബ്ലൂ കളറിൽ അവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മോഹൻ്റെ വീട്ടിലേക്കാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മോഹൻസ് ഹൗസ് ഫ്രം സോഹൻസ് ഹൗസ്. ഞാനവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ആൻസർ എന്താണ്? ഈസ്റ്റ്. ഓക്കെ, യെസ്. ജോഡി തെറ്റിക്കരുത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സൺ ആൻഡ് ഷാഡോസ്. സൂര്യൻ എവിടെ ഉദിക്കുന്നത്? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, സെറ്റ് ചെയ്യുന്നത് വെസ്റ്റിലാണ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതെല്ലാം നമ്മൾ എടുക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇയാൾ രാവിലെ ബീച്ചിൽ നടന്നു പോകുന്ന കേസുണ്ട്. അപ്പോൾ ജോഗിങ്ങിന് പോകുന്ന കേസുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ സൺ ആൻഡ് ഷാഡോൻ്റെ കോർ ഐഡിയ ഇതാണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ ആ ബേസിൽ നമ്മൾ ചെയ്യുന്നു ശ്യാം സോ ദ റൈസിങ് സൺ ബിഹൈൻഡ് ദ ടവർ എന്ന് കണ്ടു കഴിഞ്ഞാൽ
റൈസിങ് സൺ ബിഹൈൻഡ് ദ ടവർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കണം? സണ്ണ് റൈസ് ചെയ്യുന്ന ഈസ്റ്റിലാണ്. ഇപ്പോൾ സണ്ണ് ഈസ്റ്റിൽ വരയ്ക്കാം, ഈസ്റ്റിൽ സണ്ണ് വരയ്ക്കാം. റൈസിങ് സൺ ബിഹൈൻഡ് ദ ടവർ, അപ്പോൾ ടവർ അതിൻ്റെ മുന്നിൽ വന്നാലല്ലേ ടവറിൻ്റെ പുറകിൽ സണ്ണിനെ കാണുക. ഇപ്പോൾ ടവർ മുന്നിൽ വരയ്ക്കാം. സോ ഈ ഒരു സണ്ണ് വരച്ചു, ടവർ പുറകിലായിട്ട് സണ്ണ് കാണണം. ഓക്കെ, ആരാ കാണുന്നത്? ശ്യാം. അപ്പോൾ ശ്യാം സീയിങ് ദ റൈസിങ് സൺ ബിഹൈൻഡ് ദ ടവർ. അപ്പോൾ ശ്യാം അവിടെ ഉള്ള ടവറിന് മുന്നിൽ. കുറച്ച് ലോജിക്കലി നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കണം. സണ്ണ് റൈസ് ചെയ്യുന്ന ഈസ്റ്റിൽ ടവർ മുന്നിൽ വരണ്ട, അപ്പോഴല്ല സീയിങ് ദ റൈസിങ് സൺ ബിഹൈൻഡ് ദ ടവർ ആവാ. ടവറിൻ്റെ പുറകിൽ സണ്ണ് വരണമെങ്കിൽ ടവർ ഫ്രണ്ടിൽ വരണം. ആൻഡ് ദെൻ ശ്യാമാണത് കാണുന്നത്. ശ്യാമ കാണുമ്പോൾ ശ്യാമ സീയിങ് ദ റൈസിങ് സൺ ബിഹൈൻഡ് ദ ടവർ, ശ്യാമ ടവറിന് മുന്നിൽ വരണം. ആൻഡ് ദ സെറ്റിംഗ് സൺ ബിഹൈൻഡ് ദ റെയിൽവേ സ്റ്റേഷൻ. സെറ്റിംഗ് സൺ ബിഹൈൻഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ സെറ്റിംഗ് സണ്ണ് കാരണമെങ്കിൽ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ വെസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ ആരോ വരച്ചു, സണ്ണിനെ വരച്ചു. ഒരേ സമയത്ത് രണ്ട് സൈഡിൽ സണ്ണ് വരുന്നതല്ല. ഈസ്റ്റ് സൺ റൈസ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റിലുണ്ടാവും, സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ അവസാനം ഇങ്ങനെ വരികയല്ലേ ചെയ്യുക. സൂര്യൻ ഇങ്ങനെ പൊന്തി അവസാനം ഇവിടെ സണ്ണ് സെറ്റ് ആവുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ബിഹൈൻഡ് ദ റെയിൽവേ സ്റ്റേഷന് പുറകിൽ. ഇനി ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ടവർ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ? ഡയറക്ഷൻ ഓഫ് ടവർ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കേണ്ടത്? നമ്മൾ നോക്കേണ്ട ഡയറക്ഷനാണ് ഇവിടെ എഗെയിൻ പ്രശ്നം വരുന്നത്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ടവർ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനും ഇങ്ങോട്ട് നോക്കണം. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ടവർ ഫ്രം ദ സ്റ്റേഷൻ? അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആൻസർ എന്താ വരുന്നത്? നിങ്ങൾ ഇതിൻ്റെ ആൻസർ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ടവർ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ? ഈസ്റ്റ്. ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ടവർ നോക്കുന്ന സമയത്ത് ടവേഴ്സ് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് ആൻസർ മാറും. ചോദ്യം ഇതാണ്, ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻ ഫ്രം ദ ടവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ബെസ്റ്റ് ആവും. സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ലാസ്റ്റ് സെൻറ്റൻസ് പ്രോപ്പറായിട്ട് വായിച്ചിട്ട് ആരോ ഇട്ടിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, അതിൻ്റെ ലോജിക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും. 8ാമത്തെ ക്വസ്റ്റ്യൻ, വൺ മോർണിംഗ്, രാവിലെ ഒരു കഥ പറയുന്ന പോലെയാണ് ക്വസ്റ്റ്യൻ. വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ്, സൂര്യൻ ഉദിച്ചു, രാവിലെ സൂര്യൻ ഉദിച്ചു. വിക്രം ആൻഡ് ശൈലേഷ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ലോൺ. ഇവർ ലോണിൽ രാവിലെ എക്സസൈസ് എടുക്കാനോ യോഗ ചെയ്യാനോ എന്തെങ്കിലും പോയതായിരിക്കാം. ഓക്കെ, വിത്ത് ദെയർ ബാക്സ് ടുവേർഡ്സ് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്റ്റാൻഡിങ് ഇൻ എ ലോൺ വിത്ത് ബാക്ക് ടുവേർഡ്സ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാം. ഒരാൾ എൻ്റെ നേരെ പുറകിൽ നിൽക്കുന്നു, മതിലേക്ക് ഫേസ് ചെയ്തിട്ട്. ഓക്കെ, ആ രീതിയിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടാൾക്കാരെ ഫേസ് ചെയ്താന്ന് വിചാരിക്കും. ഇത് ഫേസ് ആണെങ്കിൽ ദേ ആർ സ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. ഇതാണ് പറഞ്ഞിരിക്കുന്ന രീതി. വിക്രം ഷാഡോ ഫെൽ എക്സാക്ട്ലി ഓൺ ഹിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു. വിക്രം ഷാഡോ ഫെൽ ഓൺ ഹിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഒരാൾക്ക് നിൽക്കുന്ന സമയത്ത് ആൾക്ക് പല രീതിയിൽ നിൽക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത്, ഞാൻ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഫേസിങ് നോർത്ത്. എനിക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഫേസിങ് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, ഫേസിങ് ഈസ്റ്റ് ഡയറക്ഷൻ. ഇനി എനിക്ക് ഇങ്ങോട്ട് ഇരിക്കാം. നൗ ഐ എം ഫേസിങ് ദ വെസ്റ്റ് ഡയറക്ഷൻ. എനിക്ക് തിരിഞ്ഞിരിക്കാം. അപ്പോൾ തിരിഞ്ഞിരിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞിരിക്കുന്നില്ല, നേരെ തിരിഞ്ഞിരിക്കാം. അപ്പോൾ 4 പ്രൈമറി ഡയറക്ഷനിലിരിക്കാം. അതിന് സെക്കൻഡറി ഡയറക്ഷൻസ് 4 കൂടെ വേണം അതും എടുക്കാം. പക്ഷേ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ രാവിലെ സൺ എവിടെ ഉണ്ടാവാം? ഈസ്റ്റിൽ. രാവിലെ സൺ ഈസ്റ്റിലാണ് സണ്ണുള്ളത്. അപ്പോൾ ഈസ്റ്റിൽ സണ്ണുണ്ടെങ്കിൽ, സണ്ണ് ഇവിടുന്ന് വെളിച്ചടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഷാഡോ എവിടെ വരിക? ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഞാനാണ് വിക്രം. വിക്രമായ എൻ്റെ ഷാഡോ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണമെങ്കിൽ ഞാൻ ഏത് ഡയറക്ഷനിൽ ഫേസ് ചെയ്യണം? ഈ ഇരിക്കുന്ന ഡയറക്ഷനിൽ ഫേസ് ചെയ്യണ്ടേ? ഞാൻ ഫേസ് ചെയ്യുന്ന അങ്ങോട്ട്. ഞാനാണ് വിക്രം. ഐ എം ഫേസിങ് നോർത്ത്. ഞാനാണ് വിക്രം. ഞാൻ നോർത്തിൽ ഫേസ് ചെയ്യുന്നു. ജോഡി എന്താ പറഞ്ഞതെന്നല്ല എനിക്ക് മനസ്സിലാവുന്നില്ല, വായിക്കാൻ പറ്റില്ല. ഐ കം ബാക്ക് ടു ഇറ്റ്. അപ്പോൾ നമ്മൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് സണ്ണിൻ്റെ ലൈറ്റ് ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷാഡോ ലെഫ്റ്റ് സൈഡിൽ വരും. എൻ്റെ മുഖത്തിൻ്റെ ഷാഡോ ലെഫ്റ്റ് സൈഡിലല്ല ലെഫ്റ്റ് സൈഡിൽ വരും. സോ ഐ എം ഫേസിങ് നോർത്ത്, അല്ലെങ്കിൽ വിക്രം ഇസ് ഫേസിങ് നോർത്ത്. അപ്പോൾ വിക്രത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളെ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഈസ് ഫേസിങ്. അടുത്ത ആളാരാ? ശൈലേഷ്. തൊട്ട് പുറകിൽ നിൽക്കുന്ന ശൈലേഷ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുക? ഈസ് ഫേസിങ് ഇൻ ദ സൗത്ത് ഡയറക്ഷൻ അല്ലേ? ആൻസർ സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ അത് സണ്ണിൻ്റെ പൊസിഷൻ നോക്കുക. സണ്ണിൻ്റെ പൊസിഷൻ ഈസ്റ്റ്, മോർണിംഗ് ആണെങ്കിൽ സണ്ണ് ഈസ്റ്റിലാണ്, ഈവനിങ് ആണ് സണ്ണ് വെസ്റ്റിലാണ്. അതിൻ്റെ ബേസിൽ ഷാഡോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട്. ഇതിൻ്റെ ക്വിസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കൂടെ എടുത്ത് ഇവിടെ വർക്കൗട്ട് ചെയ്യില്ല, മനസ്സിലാക്കിയിട്ട് ബാക്കി നിങ്ങൾ ചെയ്തെടുക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഡിസ്റ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എഗെയിൻ ഇതും നമ്മൾ ICയുടെ മോഡ്യൂളിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയറിൽ ഇതിപ്പോൾ ഞാൻ എടുത്തതിൽ ദെയർ ഈസ് എ ബിഗർ ക്വസ്റ്റ്യൻ, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. സ്കാനർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഒരു ഷോർട്ട് സ്റ്റെപ്സ്, മീഡിയം സ്റ്റെപ്സ്, ലോങ് സ്റ്റെപ്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സ്കാനറിൽ. അതെല്ലാം ഡയറക്ഷൻ ഈ ഡിസ്റ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചധികം ചെയ്യാനുണ്ട്, അത് വലിയ ക്വസ്റ്റ്യനാണത്. അപ്പോൾ സ്കാനറിൽ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അൾട്ടിമേറ്റ്ലി നമ്മളതിൻ്റെ ഇതേപോലെ ഒരു ഡയഗ്രത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ പൈതഗോറൻ ട്രിപ്ലെറ്റ്സിലാണ് പൊതുവേ ഡിസ്റ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണാറ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അത് രീതിയിലേക്കാണ് അതിൻ്റെ സൊല്യൂഷൻ വരാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ ഇവിടെ എടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഡിസ്കഷനിലേക്ക് വരാം. വൺ ഡേ രാം ലെഫ്റ്റ് ഫ്രോം ആൻഡ് സൈക്കിൾ സൗത്ത് വേർഡ്സ്. അപ്പോൾ ആദ്യത്തെ അയാൾ 10 മീറ്റേഴ്സ് 10 മീറ്റർ അയാൾ താഴത്തേക്ക് പോയി, 10 മീറ്റർ താഴത്തേക്ക് പോയി. ദെൻ ഹി ടേൺസ് റൈറ്റ്. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ടു ബി ഹോണസ്റ്റ് പല ആളുകൾക്കും ലെഫ്റ്റും റൈറ്റും തെറ്റിപ്പോകാറുണ്ട്, പല ആളുകൾക്കും. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ കൂടെ ഇരിക്കുന്ന ആൾ പറയും ടേക്ക് റൈറ്റ്, എന്നിട്ട് ഇങ്ങോട്ട് കാണിക്കും. ഇങ്ങോട്ട് എൻ്റെ റൈറ്റ് എവിടെ, എൻ്റെ റൈറ്റ് ഹാൻഡിൽ എൻ്റെ പെന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ വണ്ടി ഓടിക്കുന്നത്, എൻ്റെ അടുത്ത് പറയും ടേക്ക് റൈറ്റ് എന്ന് ഇങ്ങോട്ട് കാണിക്കും. അപ്പം ഞാൻ ജംഗ്ഷനിൽ നമ്മളൊരു റോഡ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജംഗ്ഷനിൽ ഒരു ടേണിങ് നിൽക്കുന്ന സമയത്ത് വണ്ടി റണ്ണിങ് അല്ലേ, നടുവിൽ നിൽക്കുന്ന സമയത്താണ് കാണിക്കുന്നത് റൈറ്റ് എന്നിട്ട് ലെഫ്റ്റിലേക്ക് കാണിക്കും. അപ്പം നമ്മൾ കൺഫ്യൂഷനാവും. തിരിച്ചു പറയുന്നത് വെച്ചാൽ ഇങ്ങോട്ട് കാണിച്ചിട്ട് പറയും ടേക്ക് ലെഫ്റ്റ് എന്ന്, ഇത് റൈറ്റ് അല്ലേ. അപ്പോൾ ഇത് ആളുകൾക്ക് ശരിക്കും കൺഫ്യൂസിങ് ആണ്, പല ആളുകൾക്ക് അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസിങ് ഡയറക്ഷൻ സെൻസിൽ കൺഫ്യൂഷനുള്ള ആളുകൾ ഇത് ഓർക്കുക എപ്പോഴും. ക്ലോക്ക് ഈസ് ഓൾവേസ് റൈറ്റ്. ആരാ റൈറ്റ്? സമയം തെറ്റില്ല എന്ന് ഓർക്കുക. ക്ലോക്ക് ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് ഓർക്കുക. ക്ലോക്ക് ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് ഓർക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ടേൺസ് റൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ടാണ് തിരിയുക, അങ്ങോട്ട് തിരിയുക. ഓക്കെ, അതല്ലാതെ നമ്മൾ ആ സൈക്കിളിൻ്റെ മുകളിൽ കയറി ഇരുന്ന് സൈക്കിൾ ഓട്ടി അവിടുന്ന് നമ്മൾ താഴത്തെത്തുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിയുമെന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ ആലോചിച്ച് സൈക്കിൾ ഓടിച്ച് കളിച്ച് കഴിഞ്ഞാൽ എക്സാമിന് സമയമാകുമ്പോഴേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പകുതി പോലും എത്തൂല. അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ഈസ് ഓൾവേസ് റൈറ്റ്, ക്ലോക്ക് വൈസ് തിരിയാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റൈറ്റാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് എടുക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. ആൻഡ് ദെൻ ടേൺസ് വീണ്ടും റൈറ്റ്. ക്ലോക്ക് ഇങ്ങോട്ട് നിൽക്കുന്ന സൂചി എങ്ങോട്ടാണ് തിരിയുക, ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ട് തിരിയും, മുകളിലേക്ക് തിരിയും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലെഫ്റ്റാണ് പറഞ്ഞത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ക്ലോക്ക് ആണെങ്കിൽ മുകളിൽ നിൽക്കുന്ന സൂചി ഇപ്പുറത്തേക്കാണ് തിരിയുക, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഡയറക്ഷൻ പ്രോപ്പറായിട്ട് ക്ലോക്ക് ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് ഓർത്തെടുക്കാം. ഡിസ്റ്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് പോകാം. ചോദ്യം അതാണ്, ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ഹാവ് ടു സൈക്കിൾ ബാക്ക്. തിരിച്ചിങ്ങോട്ട് എത്ര കിലോമീറ്റർ പോകണമെന്ന് ചോദിച്ചാൽ തിരിച്ചിങ്ങോട്ട് ടോട്ടലി എത്ര ഉണ്ട്, ഇവിടെ 10ഉം ഇവിടെ 5ഉം, ടോട്ടലി ഡിസ്റ്റൻസ് 15. അപ്പോൾ ടോട്ടലി ആൾ തിരിച്ച് 15 കിലോമീറ്റേഴ്സ് സൈക്കിൾ ചെയ്ത് തിരിച്ച് വരണം. ഓക്കെ, ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും, എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ. ഫൈൻ. അടുത്തത് ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ഇയറിൽ, ഇതൊക്കെ പ്രീവിയസ് ഇയറിലുള്ള ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് എടുക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ മാത്സിൻ്റെ വളരെ ഡയറക്റ്റും പ്ലസ് ആവറേജും ഈസി ക്വസ്റ്റ്യൻസ് കാറ്റഗറി മാത്രമേ നമ്മൾ മാത്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും അതിൽ 1-2 വലിയ സാധനങ്ങൾ മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. നമ്മൾ ഔട്ട് ഓഫ് ലീഗ് ക്വസ്റ്റ്യൻസ് മാത്രമേ ശരിക്കും ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാനിങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീസണിങ്ങിൽ 15എങ്കിലും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഓക്കെ, അപ്പോൾ A and B സ്റ്റാർട്ട്സ് മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ ഫ്രം 200 മീറ്റേഴ്സ് അപ്പാർട്ട്. 200 മീറ്റർ അപ്പുറത്തുനിന്നും 2 പേരും ട്രാവൽ ചെയ്യുന്നുണ്ട്. പല സ്റ്റുഡൻസ് ഈ പോയിന്റ് മിസ്സാക്കാറുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ദേ സ്റ്റാർട്ട് മൂവിങ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, 2 പേര് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേര് മൂവ് ചെയ്തു. ആഫ്റ്റർ വാക്കിംഗ് 60 മീറ്റേഴ്സ്, ഒന്നുകൂടെ വരയ്ക്കാം നമുക്ക്. A and B സ്റ്റാർട്ട്സ് മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ A and B 2 ആൾക്കാർ, ഇവിടെ A ഇവിടെ B, 2 ആൾക്കാർ 2 സ്ഥലത്തു നിന്ന് മൂവ് ചെയ്ത് തുടങ്ങുന്നു. സ്റ്റാർട്ട്സ് മൂവിങ് ഈച്ച്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 200 മീറ്റേഴ്സ് ആണ്. തമ്മിലുള്ള ഗ്യാപ്പ് 200 മീറ്റേഴ്സ്. ആഫ്റ്റർ വാക്കിംഗ് 60 മീറ്റർ, ബീനെ കുറിച്ചാണ് പറഞ്ഞത്. A മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, A ഈസ് മൂവിങ്, മറന്നു പോയത്, A മൂവ് ചെയ്യുന്നുണ്ട്. A ഈസ് മൂവിങ്. ഓക്കെ, A മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ ഇട്ട് കൊടുക്കുക, ഈസ് മൂവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ B ആഫ്റ്റർ വാക്കിംഗ് 60 മീറ്റർ, B 60 മീറ്റർ ട്രാവൽ ചെയ്ത്, ഏകദേശം ഒരു ഡിസ്റ്റൻസ് വെച്ച് പിടിക്കാതെ 100 ആണ്, ഇതിൻ്റെ പകുതി 50. അപ്പോൾ 60 മീറ്റർ B ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേൺസ് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് മുകളിലേക്ക് പോകും, സൂചി ലെഫ്റ്റ് താഴത്തേക്ക് വരും. എത്ര 60 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ടേൺസ് ലെഫ്റ്റ് ആൻഡ് മാർക്സ് 20 മീറ്റേഴ്സ്, താഴത്തേക്ക് 20 മീറ്റർ ട്രാവൽ ചെയ്തു. ടേൺസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ചിന്തിക്കുക. ക്ലോക്ക് ഈസ് ഓൾവേസ് റൈറ്റ് 40 മീറ്റർ. അപ്പോൾ ഇവിടെ 60 + 40 കറക്റ്റ് 100 എത്തുന്നുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി ഡിസ്റ്റൻസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എടുക്കണം. 200 പകുതി 100, 60, 40, 100. ഇവിടെ എത്തി സെൻറ്ററിലെത്തും. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
He then turns right again, വീണ്ടും റൈറ്റ് സൂചി മുകളിലേക്കാണ് പോകുക ക്ലോക്കിൻ്റെ. അപ്പോൾ മുകളിലേക്ക് പോകും, കംസ് ബാക്ക് ടു ദ റോഡ്. അപ്പോൾ അയാൾ തിരിച്ച് റോഡിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ റോഡ്. അപ്പോൾ അയാൾ തിരിച്ച് റോഡിലെത്തി, കംസ് ബാക്ക് ടു ദ റോഡ്. ഇനി ഇപ്പോൾ ബി ഇവിടെ നിന്ന് നടന്ന് തുടങ്ങി ബി ഇവിടെ എത്തിയിട്ടുണ്ട്. ബി ഈസ് നൗ സ്റ്റാൻഡിങ് ഹിയർ. അപ്പോൾ പലരും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്ത് പറയും, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 മീറ്റർ എന്ന് പറയും. കാരണം എനെ അവരവിടെ നിർത്തിയതാണെന്നുള്ള രീതിയിലാണ് ആൻസർ പറയുക. ബട്ട് ഈസ് ഓൾസോ മൂവിങ്. എങ്ങനെ മൂവ് ചെയ്ത്? ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. ഇവിടെ പറയുന്നുണ്ട്, ഒരു സെൻറ്റൻസ് കൂടെ ഉണ്ട്, വിത്ത് ദ സെയിം സ്പീഡ്. ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ വിത്ത് ദ സെയിം സ്പീഡ്. അപ്പോൾ ബിയും എയും ഒരേ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ബി 60 മീറ്റർ ട്രാവൽ ചെയ്യുമ്പം എ 60 മീറ്റർ ട്രാവൽ ചെയ്യും. ബി 20 മീറ്റർ ട്രാവൽ ചെയ്യുമ്പം എ 20 മീറ്റർ ട്രാവൽ ചെയ്യും. ബി 40 മീറ്റർ ട്രാവൽ ചെയ്യുമ്പം എയും 40 മീറ്റർ ട്രാവൽ ചെയ്യും. പക്ഷേ ഇതെങ്ങനെ ട്രാവൽ ചെയ്ത്? നേരെയാണ് പോവുക. ഓക്കെ, നേരെ പോവും. കാരണം വളഞ്ഞും തിരിഞ്ഞൊന്നും പോവില്ല. എ നേരെ പോവും. എ നേരെ പോയി കഴിഞ്ഞാൽ എ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. എത്ര മീറ്റർ ടോല് ട്രാവൽ ചെയ്യുക? 140. 60 ആദ്യം ട്രാവൽ ചെയ്തു, പിന്നെ ഒരു 40 ട്രാവൽ ചെയ്തു, പിന്നെ 60 കഴിഞ്ഞിട്ട് ആദ്യം 60 ട്രാവൽ ചെയ്തു. 60 ട്രാവൽ ചെയ്തപ്പോൾ 20 + 40. അതെല്ലാം കൂടെ എത്ര ട്രാവൽ ചെയ്ത് ഇയാൾ? 100 നോക്കട്ടെ. ആഫ്റ്റർ ട്രാവലിംഗ് 60 എ ട്രാവൽ ചെയ്യുന്നത് 60 + 20 + 40. അപ്പോൾ എത്ര? 120 ആണ് എത്ര ട്രാവൽ ചെയ്യുന്നത്? ഇവർ ട്രാവൽ ചെയ്യുന്നത്. പ്ലസ് ഇവിടെ ഒരു 20 കൂടെ തിരിച്ച് മുകളിലേക്ക് നടക്കുന്നില്ലേ? 60 + 20 + 40 + 20 തിരിച്ച് മുകളിലേക്കുള്ള ഡിസ്റ്റൻസും കൂടെ. അപ്പോൾ ടോട്ടലി എ ട്രാവൽ ചെയ്യുന്നത് 140. ഇപ്പോൾ 140 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇവിടെ. അപ്പോൾ എ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ബി ഇവിടെ ഉണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ബി ഈസ് സ്റ്റാൻഡിങ് ഹിയർ, എ സ്റ്റാൻഡിങ് ഹിയർ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ടോട്ടലി ട്രാവൽ ചെയ്തത് 140. എയുടെ ടോട്ടൽ 140. ബി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100. ബി 100, എ 140. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് 100ലാണ് ബി ഉള്ളത്, എ ഇവിടെ നിന്ന് അങ്ങോട്ട് 140. അപ്പോൾ അവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര വരുന്നത്? ഒരാൾ 140ലും മറ്റൊരാൾ 100. അവർ തമ്മിലുള്ള ഗ്യാപ്പ് വരുന്നത് 40. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100. ഓക്കെ, മറ്റാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 140. ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി നടന്നു വന്നതാണ്. പക്ഷേ ബി അതിൻ്റെ ഇടയിൽ കൂടെ ഇതിലൊക്കെ കറങ്ങി വന്നപ്പോഴേക്ക് എ നേരെ പോയി ബീനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. നല്ല ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് പ്രീവിയസ് ഇയറിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് സിമിലറായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ ആൻസർ? ചെയ്യാം, മോസ്റ്റ് ഓഫ് ദം ഹാവ് ഗിവൺ ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പേഴ്സൺ വാക്സ് 1 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. ഈസ്റ്റും വെസ്റ്റും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് പോവാം. പിന്നെ സൗത്തിലേക്ക് 5 കിലോമീറ്റർ. എഗെയിൻ ഈ ടേൺസ് ടുവേർഡ്സ് വെസ്റ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. ആൻഡ് ആഫ്റ്റർ ദിസ് ടൈം ഈ ടേൺസ് നോർത്ത് ആൻഡ് വാക്സ് 9 കിലോമീറ്റർ. എല്ലാം ഞാനവിടെ വരച്ചിട്ടുണ്ട്. 1, പിന്നെ 5, പിന്നെ 2, പിന്നെ ടോപ്പിലേക്ക് 9. ഹൗ ഫാർ ഇസ് ഈ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് ഡയഗ്രാംസ് വരുന്ന കേസുകളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ഡയഗ്രാംസ് വരുന്ന കേസിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ. നോട്ട് ചെയ്ത് വെക്കാം. You have to complete the triangle. ഇങ്ങനെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് കേസസ് ഇറ്റ് ബിക്കംസ് റൈറ്റ് ട്രയാങ്കിൾ. ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ടെടുത്തോളം നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണ് വരിക. ആൻസർ വിൽ ബി പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ് ആൻസർ വരിക. ഇതുവരെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിലാണ് ആൻസർ വരുന്നത്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലി ഞാൻ ഇപ്പുറത്തെ സൈഡ് സെപ്പറേറ്റ് വീണ്ടും വരച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലി എടുത്താൽ 1, 2 എന്നുള്ളത് 3 വരും. ഹൊറിസോണ്ടലി ഡിസ്റ്റൻസ് 3 വരുന്നുണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ ഹൈറ്റ് ടോട്ടൽ 9 ആണ്. അതിൽ ഇവിടെ 5 ഉണ്ട്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ ഹൈറ്റ് 4ഉം ബേസ് 3 ആണെങ്കിൽ 3, 4, 5 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിലാണ്. അപ്പോൾ ആൻസർ 5 വരും. ഇത് പൊതുവെ ഞാൻ കാണുന്ന ഒരു കേസാണ്, പൊതുവെ നമ്മൾ കാണുന്ന കേസാണ്. ഇൻകംപ്ലീറ്റ് ഡയഗ്രാംസ് വന്നിട്ട് ഇതേപോലെ ഡിസ്റ്റൻസ് ചോദിക്കുന്ന സമയത്ത് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മിക്കവാറും ഒരു റൈറ്റ് ട്രയാങ്കിൾ വരും. അത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആവാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. അങ്ങനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. നമ്മൾ മാത്സിൽ നമ്മൾ പറയുന്ന ഈസി, ഡയറക്റ്റ്, ഈസി, എബോവ് ആവറേജിലൊക്കെ പറയുന്ന എബോവ് ആവറേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ഇതൊക്കെ റീസണിങ്ങിൻ്റെ കേസിൽ. ഞാൻ പറഞ്ഞാൽ റീസണിങ്ങിൽ ഒരു പരിധീൻ്റെ അപ്പുറത്തേക്കൊന്നും ഡിഫിക്കൽട്ട് ആക്കാനുള്ള സ്കോപ്പില്ല.
അപ്പോൾ ഇത് ചോദിക്കണമെന്ന് വെച്ചാൽ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നല്ല, ബട്ട് ജനറലായിട്ട് ഇതൊക്കെയാണ് അവിടുത്തെ എബോ ആവറേജ് ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ക്ലോക്കിൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. ക്ലോക്കിൻ്റെ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു തരം പക്ക ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്ന സമയത്ത് ദ ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, സാധാരണ രീതിയിൽ നമ്മളൊരു ക്ലോക്ക് വരച്ചാൽ, ഒരു നോർമലി ഒരു ക്ലോക്ക് വരച്ചു, അപ്പോൾ 3 മണിക്ക് ഹവർ ഹാൻഡ് എവിടെ ഉണ്ടാവുക? സാധാരണ നമ്മളൊരു ക്ലോക്ക് വരച്ച് കഴിഞ്ഞാൽ 3 മണി സമയം 3 PM 3 മണിക്ക് ഹവർ ഹാൻഡ് അങ്ങോട്ട് ഉണ്ടാവുക. ഇറ്റ് ഇസ് ഫേസിങ് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ. ഇതാണ് ആക്ച്വലി വേണ്ടത്. റിയാലിറ്റി ഇതാണ് ആക്ച്വലി വേണ്ടതാണ്. ദ ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇസ് ദ ബെസ്റ്റ്. പക്ഷേ ഇവിടെ അതെന്താ ഈസ്റ്റ് ആണ്. പക്ഷേ എന്താ ഗിവൺ ആയിട്ടുള്ളത്? വാട്ട് ഇസ് ഗിവൺ? എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ദ ഹവർ ഹാൻഡ് ഓഫ് എ ക്ലോക്സ് ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ. ബട്ട് വാട്ട് ഇസ് ഗിവൺ? ഇങ്ങനെയാണ് ഗിവൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഇസ് ഗിവൺ. അപ്പോൾ ആക്ച്വലി എന്താണോ അതിൻ്റെ നേരെ മിറർ ഇമേജ് ആണ് എന്ത്? ഗിവൺ. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് എടുക്കണം? വെസ്റ്റ്. ഈ കുട്ടികളൊക്കെ പറയല്ല, നമ്മൾ അങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് അവർ അംഗീകരിക്കില്ല. അവർ പറയും നമ്മളത് ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. ലോജിക് ഒന്നും ഉണ്ടാവില്ല, ബട്ട് അതാണ് ശരിയെന്ന് അംഗീകരിച്ച് കൊടുക്കണം. അതേപോലെയാണ് ഇവിടെ പറയുന്നത്, ഈസ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സാധനം പക്ഷെ അവർ വെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഗിവൺ. അപ്പോൾ ആക്ച്വലി എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗിവൺ. പിന്നെ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മിനിറ്റ്സ് ആൻഡ് ദ ടൈം 6:45. അപ്പോൾ മിനിറ്റ്സ് ആൻഡിന് ആക്ച്വലി എവിടെ ഉണ്ടാവും? മിനിറ്റ് ആൻഡ് ആക്ച്വൽ 45. ഇതാണ് ആക്ച്വൽ വരിക. 45 ഇവിടെയാണ് വരിക. അപ്പോൾ ഗിവൺ എന്തായിട്ട് മാറണം? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആൻസർ അങ്ങോട്ട് വരണം. ദിസ് ഷുഡ് ബി ദി ഗിവൺ, അല്ലെങ്കിൽ ദിസ് ഷുഡ് ബി ദി ആൻസർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താ എടുക്കേണ്ടത്? ഈസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ലോജിക്കൽ റീസണിങ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി നമ്മളെ ക്ലോക്കിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. പക്ഷെ അവരിങ്ങനെ എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണം. അതാണ് അതിൻ്റെ രീതി. ഓക്കെ. അപ്പോൾ അതോടെ എനിക്ക് എന്ത് ചെയ്തു? നമ്മളതിൽ എത്ര ക്വസ്റ്റ്യൻസ് 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, അതിൽ നമ്മൾ എക്സസൈസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ICയുടെ മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-30ഓളം ക്വസ്റ്റ്യൻസ് ആ ടൈപ്പാണ്. ICയുടെ മോഡ്യൂൾ 10-30ഓളം ക്വസ്റ്റ്യൻസ് ഫൈനൽ ഡയറക്ഷൻ ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സസൈസിലൊരു മെജോറിറ്റി ക്വസ്റ്റ്യൻ അതാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഡീഷണൽ വേണം ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഫൈനൽ ഡയറക്ഷൻ മാത്രം ചോദിക്കുമ്പോൾ വരയ്ക്കരുത്. ഡയറക്ഷൻ മാത്രം ചോദിക്കുന്ന സമയത്ത് നമുക്കത് പെന്ന് വെച്ചിട്ട് ചെയ്യാം. ഫൈനൽ ഡയറക്ഷൻ ചോദിക്കുന്ന സമയത്ത് വരയ്ക്കണം. അത് ഡിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കാം. ആൻഡ് ദെൻ ആംഗുലർ മൂവ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വരുന്ന ഡയഗ്രാംസ് വരുന്നുണ്ട്, സൺ ആൻഡ് ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ക്ലോക്കിൻ്റെ ബേസ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളിതുവരെ ചോദിച്ചതിലുള്ള പ്രീവിയസ് ഇയറിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വി ഹവ് ഡൺ ഓൺലി കപ്പിൾ ഓഫ് പ്രോബ്ലംസ്. എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ ടൈപ്പും ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് പോവാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ഞാൻ പറയാം. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചാടി കയറി അത് ചെയറുകൾ വരയ്ക്കരുത്, അല്ലെങ്കിൽ ആ ഒരു ലേ ഔട്ട് ഉണ്ടല്ലോ, ഒരു ലൈന് വരച്ച് വെക്കാം അല്ലെങ്കിൽ കുറേ സ്പേസ് ഇട്ട് വെക്കാം എന്നത് ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യരുത്. ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ അപ്രോച്ച്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതല്ല അതിൻ്റെ രീതി. നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രൊസീജിയറാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡോണ്ട് സ്റ്റാർട്ട് ബൈ ഡ്രോയിങ് എ ലൈൻ ഓർ ചെയർസ്. ആദ്യം തന്നെ അപ്പോൾ 6 ആൾ ഇരിക്കുന്നുണ്ടെന്നാണ് 6 ചെയർ അവിടെ വരച്ച് വെക്കരുത്, അല്ലെങ്കിൽ 6 ആൾക്കാർക്കുള്ള പൊസിഷൻ അവിടെ കാണിക്കരുത്. ദാറ്റ് ഇസ് എ റോങ് അപ്രോച്ച്. ഓക്കെ. പിന്നെ അത് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ടുള്ള നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. കൺഫേം സീറ്റ് നമ്പർ 4ാമത്തെ പൊസിഷനിൽ, 2ാമത്തെ പൊസിഷനിൽ, 3ാമത്തെ പൊസിഷനിൽ, അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ മാത്രം, ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ 2 കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ, ഒന്നെങ്കിൽ കൺഫേം സീറ്റ് നമ്പർ അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ ആരെങ്കിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് തരാത്ത കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് സി, ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ, അങ്ങനെ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ എ ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് എടുക്കാന്ന് പറഞ്ഞാൽ എ ബിറ്റ്വീൻ ബി ആൻഡ് സി ഇങ്ങനെ എഴുതാം. അപ്പോൾ അവിടെ അതാണ് അടുത്ത പോയിൻ്റായിട്ട് എഴുതിയത്, ടേക്ക് ഓൾ പോസിബിൾ പ്രൊജക്ഷൻസ് എഴുതിയത്. അപ്പോൾ അത് 2 രീതിയിൽ വരാം, 2 രീതി നമ്മൾ എടുക്കും. ഓക്കെ. പിന്നെ ലാംഗ്വേജ് കീവേഡ്സിൻ്റെ സാധനങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് കടക്കാൻ. ലാംഗ്വേജ് കീവേഡ്സ് പറയുന്നത് നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യനിൽ ആൻഡ്
ബോത്ത് വൈൽ ഇസ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ എക്സസൈസിൽ കാണുന്ന വേർഡ് ആൻഡ് ആണ്. അപ്പോൾ ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ. ആൻഡ് ഓർ ബട്ട് എന്നും പറയാം. ഇവിടെ ബട്ടെന്നും വരാറുണ്ട്. ഇവിടെ ബട്ടെന്നും വരാറുണ്ട്. നമുക്ക് മെറ്റീരിയൽ ബട്ടെന്നും വരാറുണ്ട്. അപ്പോൾ ആൻഡ് ഓർ ബട്ട് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ. ഹൂ എന്ന് വന്നു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു സെക്കൻഡ് പേഴ്സൺ. ഇതെന്താണെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരെ താഴെ എഴുതിയിട്ടുണ്ട്. ആ കേസ് ഒന്ന് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇതിൻ്റെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തു. എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി, ഹൂ ഇസ് തേർഡ് ലെഫ്റ്റ് ഓഫ് സി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഒന്ന് കാണാം നിങ്ങൾക്ക്. ഇവിടെ ഹൂ എന്നുള്ള റെഫേഴ്സ് ടു സെക്കൻഡ് പേഴ്സൺ. ഇപ്പോൾ ഇവിടെ ഹൂവിൻ്റെ സ്ഥലത്ത് ആര് വരും? സെക്കൻഡ് പേഴ്സൺ ഏതാ സെൻറ്റൻസിൽ? ശരിക്കും മനസ്സിലാക്കണത് എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ആണ് സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ആണ് ബി. ആ ബി ആണ് ഇവിടെ ഹൂവിൻ്റെ സ്ഥലത്ത് വരിക. ഓക്കെ, ഹൂ എങ്ങനെയാണ് വരിക? അവിടെ എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി, ഹൂ ഇസ് തേർഡ് ലെഫ്റ്റ് ഓഫ് സി എന്ന് നോക്കുന്ന സമയത്ത് സെക്കൻഡ് പേഴ്സൺ ആണ് ബി. ബീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പ്ലേസ് ചെയ്യുന്നു. ഹൂവിൻ്റെ സ്ഥലത്ത് നമ്മൾ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള ഹൂവിൻ്റെ സ്ഥലത്ത് ബി എന്ന് എടുക്കാം. എന്നിട്ട് നമ്മളിതിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി, എ എന്നുള്ളത് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി എന്നുള്ളത് ഞാൻ പ്ലേസ് ചെയ്തു. എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി. ഹൂ ഇസ് തേർഡ് ലെഫ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഹൂ എന്നുള്ളത് ആരും ഉദ്ദേശിച്ചാണ് പറയുന്നത്? ബീനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ആ ബി എന്തായിരിക്കണം? തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. അപ്പോൾ സിയുടെ തേർഡ് ലെഫ്റ്റിലാണ് ബി വരിക. ഓക്കെ, അപ്പോൾ അവിടെ ഹൂ റെഫേഴ്സ് ടു സെക്കൻഡ് പേഴ്സൺ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇതിന് നേരെ താഴെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. അത് ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്ത സമയത്ത് ഇവിടെ സെൻറ്ററിൽ വന്ന വേർഡ് ഏതാണ്? ഹൂ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം. ഇവിടെ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക. ഇത് അറേഞ്ച്മെൻറ്റ് ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ സെൻറ്റൻസും എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി, ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി ലെഫ്റ്റ് ഓഫ് സി എന്നെടുക്കുന്ന സമയത്ത് അവിടെ ഹൂ എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്ന കോമ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വാക്ക്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ കണ്ടു. രണ്ടാമത്തെ ഞാനിപ്പോൾ ബ്ലൂ കളറിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന സാധനത്തിൽ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ സെക്കൻഡ് എന്നുള്ളത് ഇങ്ങനെ നമ്പറിൽ എഴുതിയെന്ന് മാത്രം. എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി ആൻഡ് ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. അവിടെ ഹൂവിന് പകരം ആൻഡ് വന്നു. അറേഞ്ച്മെൻറ്റുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കിയെടുത്തോ. ആൻഡ് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? എ ആയിട്ട് മാറും. അപ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ വരും? എ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി ഇതിങ്ങനെ തന്നെ വരും. എന്നിട്ട് ആൻഡ് ഈസ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ ആൻഡ് ആരായിട്ട് മാറും? എ ആയിട്ട് മാറും. എ എന്താണ്? എ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. അപ്പോൾ അറേഞ്ച്മെൻറ്റ് വരുന്ന സമയത്ത് ഇവിടെ സി ബിയുടെ തൊട്ടടുത്ത് വരും. സോ രണ്ട് അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ദ ഓൺലി ഡിഫറൻസസ് ദർ ഇസ് ജസ്റ്റ് എ ചേഞ്ച് ഓഫ് എ വേർഡ്. ആൻഡ് ഹൂ എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറി? ആൻഡ് ആയിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് എ ബി 2 സ്പേസ് ഇട്ട് സി. രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് എ സ്പേസ് ബി ദെൻ യു ഹാവിങ് എ സി. അപ്പോൾ ഈ ലാംഗ്വേജ് കീവേഡ്സ് വളരെ ക്രിട്ടിക്കലാണ്. നമുക്കത് ലീനിയർ അറേഞ്ച്മെൻറ്റിലും സർക്കുലർ അറേഞ്ച്മെൻറ്റിലും ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള വാക്കാണ് ആൻഡും ബട്ടും പിന്നെ ഹൂം. ആൻഡ് ഓർ ബട്ട് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ, ഹൂ റെഫേഴ്സ് ടു സെക്കൻഡ് പേഴ്സൺ. ഇത് ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ ഈ സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ, ഹൂ റെഫേഴ്സ് ടു സെക്കൻഡ് പേഴ്സൺ. ഓക്കെ, ഇതാണ് പിന്നെ നല്ല മനസ്സിലാക്കാനുള്ള കാര്യം. ലാംഗ്വേജ് കീവേഡ്സ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ലീനിയർ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പം നമുക്ക് വരയ്ക്കാൻ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നതാണ്. സോ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ച് തുടങ്ങാം. ഇനി questions which are based on photograph or questions which are based on facing audience എന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയറിലുണ്ട്. ഫോട്ടോക്ക് പോസ് ചെയ്യുന്നു ഓർ ദേ ആർ ഫേസിങ് ആൻ ഓഡിയൻസ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദം ഫേസിങ് സൗത്ത്. അപ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൈറ്റ് ഇവിടെയാണുള്ളത്, എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, എൻ്റെ കയ്യിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ വാച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് നിങ്ങൾക്ക് കാണാം. ദിസ് ഇസ് മൈ റൈറ്റ്, ദിസ് ഇസ് മൈ ലെഫ്റ്റ്. പക്ഷേ തിരിഞ്ഞ് സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റും മാറും. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് വരയ്ക്കണം. ഐ വിൽ ബി ഡൂയിങ് ഇറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെ തന്നെയാണ് വരയ്ക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യനിലെ ലെഫ്റ്റിനെ റൈറ്റ് ആയിട്ടും ക്വസ്റ്റ്യനിലെ റൈറ്റിനെ ലെഫ്റ്റ് ആയിട്ടും എടുത്ത് ചെയ്യുന്നത് ദാറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ അപ്രോച്ച്. ആൻസർ എടുക്കുന്ന സമയത്തൊക്കെ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വി ഡോണ്ട് വാണ്ട് എനി എറേഴ്സ്. റീസണിങ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാം. അത് പ്രോപ്പർ അപ്രോച്ചാണ്. ആ പ്രോപ്പർ അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനും പറ്റും, കറക്റ്റ് ആൻസറും കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് പോയിന്റ് നമ്പർ 7 റിലേറ്റീവ് റെസിസ്റ്റൻസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംബഡി സ്റ്റാൻഡിങ്. ഇപ്പോൾ ഈ ഒരു കേസ് വരാണെങ്കിൽ യു ക്യാൻ സീ ദ ബോട്ടിൽ. ഈ ബോട്ടിൽ എൻ്റെ ഏത് സൈഡിലുള്ളത്? മൈ ലെഫ്റ്റ് സൈഡ്. ബോട്ടിൽ ഈസ് മൈ ലെഫ്റ്റ് സൈഡ്.
അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ബോട്ടിൽ ഐ എം ഓൺ ദ റൈറ്റ് സൈഡ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച റിലേറ്റീവ് പൊസിഷൻ. ബോട്ടിൽ ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഓൺ ദ റൈറ്റ് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടിൽ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ച റിലേറ്റീവ് പൊസിഷൻ. ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ റിലേറ്റീവ് ആയിട്ട് എടുക്കാം. അത് മാറുകയും ചെയ്യാൻ കേട്ടോ, ആളനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ട്. പിന്നെ വെൻ ദ റിലേഷൻസ് ബ്രേക്ക് ടേക്ക് എ ന്യൂ വൺ. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഒന്ന് നിങ്ങളൊരു അല്പസമയം ഇതൊന്ന് വായിക്കാം, 10 പോയിൻറ്റ്സും ഒന്ന് വായിച്ച് നോക്കാം, കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ എന്തൊക്കെയോ ചാറ്റിൽ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ളൊരു ചോദ്യം ജോഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ബാക്കിയുള്ളവർ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ ജോഡി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പക്ഷേ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമിലല്ല ഇപ്പം നമ്മളുള്ളത്. വി ആർ ജസ്റ്റ് എത്ര ദിവസമുണ്ട് എക്സാമിന്, വെറും 6 ദിവസം എന്ന രീതിയിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇതേ ചോദ്യം നിങ്ങൾ നമ്മളെ റെഗുലർ ക്ലാസ്സിൽ ഒന്ന് ചോദിച്ചാൽ നമുക്കതിനെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഗുലർ ക്ലാസ്സിൽ അല്ലെങ്കിൽ റെഗുലർ ബാച്ചസിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഡിസ്കഷൻ മോഡിലാണ് നമ്മൾ റെഗുലർ ക്ലാസ്സുകൾ പോകുന്നത്. അവിടെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്, കഥകൾ ഒരുപാട് പറയാറുണ്ട്. ബട്ട് ഈ ഒരു സ്ഥലത്ത് അതിന് നമുക്ക് സമയമില്ല. ഓക്കെ, സോ നമുക്ക് പിന്നെ ദിവസമൊക്കെ വേണ്ടി ആ ചോദ്യം മാറ്റി വെക്കാം. അപ്പോൾ ഈ 10 പോയിൻറ്റ്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ് ലീനിയർ അറേഞ്ച്മെൻറ്റിൻ്റെ. ഈ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പ്രോബ്ലം ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നേരത്തെ ആരോ പറഞ്ഞിരുന്നു സാറേ റീസണിങ്ങിൽ ആൻസേഴ്സ് കിട്ടും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ ചില റിപ്പീറ്റേഴ്സ് ബാച്ചിൽ സ്റ്റുഡൻസ് പലരും പറയാറുണ്ട് സാറേ റീസണിങ്ങിൽ എല്ലാത്തിനും സൊല്യൂഷൻ കിട്ടാറില്ല, ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല, ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ദാറ്റ് ഈസ് ബിക്കോസ് യു ആർ നോട്ട് ടേക്കിംഗ് എ പ്രോപ്പർ അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ലീനിയർ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഏറ്റവും എളുപ്പമുള്ള നമുക്ക് പ്രീവിയസ് ലൈക്ക് നമ്മളെ എക്സസൈസിലുള്ള ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല ഞാനിവിടെ റീസണിങ്ങിൽ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നലെ മാത്സ് എടുത്ത പോലെ ഏറ്റവും ഡയറക്റ്റും ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് മാത്രമല്ല എടുക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് ദ ഗുഡ് ക്വസ്റ്റ്യൻസ്. കാരണം ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അതല്ലാതെ കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് റീസണിങ്ങിൽ പ്രീവിയസ് ഇയർ ഈ ക്വസ്റ്റ്യൻ 5-6 തവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 3+3 അറേഞ്ച്മെൻറ്റ് 6 ആൾക്കാർ 3-3 ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്ന അറേഞ്ച്മെൻറ്റ് എക്സസൈസിലുള്ള ക്വസ്റ്റ്യനാണ്. പലതവണ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നു, വായിക്കുന്നു. ദർ ആർ 6 ചിൽഡ്രൻസ് ABCDEF 6 പേരുണ്ട്. അതിൽ B is sitting between F and D is sitting between A and C. A does not stand next to either F or D. C does not stand next to D. F is between which of the following pair of children? അപ്പോൾ അവിടെ കൺഫേം പൊസിഷൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല, എക്സ്ട്രീം പൊസിഷൻ ഉണ്ടോ എന്ന് നോക്കിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കും. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ബി ഇസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ എടുക്കണം. ഡി ഹാവ് ടു ടേക്ക് ബോത്ത് പോസിബിൾ പൊസിഷൻസ്. ബി ഇസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി 2 രീതിയിൽ എടുക്കുക. അപ്പോൾ ഇത് ഒരു കേസ് വന്നു. അപ്പോൾ ഞാനതെടുത്തു. ബി ഇസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എന്ന് എടുത്തു. ഇ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പോൾ അവിടെ എ സി എന്ന രീതിയിൽ എടുക്കാം. അതേപോലെ തന്നെ ഇ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുമ്പോൾ ഇങ്ങനെയും വരാം. അപ്പോൾ ഇത് നമുക്ക് എഴുതുന്ന സമയത്ത് സോ യു ആർ ഹാവിങ് ഇവിടെ ഇങ്ങനെ 2 അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിൽ രണ്ടിലും പോസിബിൾ ആവുന്നത്. സോ വാട്ട് ഐ നോർമലി ഡൂസ് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഐ വിൽ ഫിക്സ് ദിസ്. ഇതിന് ഈ നടുവിൽ ഏതെങ്കിലും ഒരു ഭാഗം. സോ ഐ വിൽ ഫിക്സ് ദിസ്. ഈ AECനെ ഞാൻ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഇപ്പുറത്ത് കാണുന്ന FBDനെ ഞാൻ മൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ നോക്കും. ഈ FBD എന്നുള്ളത് ഒന്നിച്ച് വരണം, AEC ഒന്നിച്ച് വരണം. അത് രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റും ആവാം. FBD ആവാം, DBF ആവാം, AEC ആവാം, CA ആവാം. ഓക്കെ, അപ്പോൾ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചു. ആ 2 അറേഞ്ച്മെൻറ്റ് ഫിക്സ് ചെയ്ത് വെച്ചു. ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദിസ്. ഇവിടുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ FBDനെ നേരെ വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ എന്നുള്ളത് നോക്കും. ഇങ്ങോട്ട് വെച്ചിട്ട് പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കും. FBD ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ DA അടുത്ത് വരാൻ പറ്റുമോ? A ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഐദർ F or D. AD അടുത്ത് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അറേഞ്ച്മെൻറ്റ് പോസിബിൾ അല്ല. ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കണേ. AD അടുത്ത് വരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. DC അടുത്ത് വരാൻ പറ്റുമോ? C ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു D എന്നോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. സോ FBDനെ നമുക്ക് ഇവിടെ 2 ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് റൂൾ ഔട്ടായി. ഇനി ഇവിടെ ട്രൈ ചെയ്യുന്നു. അടുത്തത് ഇതിനെ ട്രൈ ചെയ്യുന്നു. F Aയുടെ അടുത്ത് വരാൻ പറ്റുമോ? A ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് F എന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അടുത്തത് F Cൻ്റെ അടുത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. FC വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? FC വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ D, BF, C,
ഇ എ എന്ന അറേഞ്ച്മെൻറ്റ് ഇവിടെ വെക്കുന്നതിന് ഇവിടെ നമ്മൾ നോക്കി എ ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഐദർ എഫ് ഓർ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഡി എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ ദിസ് ഇസ് വൺ പോസിബിൾ അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഇതൊരു പോസിബിൾ അറേഞ്ച്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ് അല്ല, ഇതിലെ ഓപ്ഷൻസ് ഇനിയും വരാം. ഇനിയും അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എടുക്കണം. കാരണം ഓപ്ഷൻസിൽ വി മേ ഹാവ് ഇതിൽ കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആവുന്ന കേസ് ഉണ്ട്. ഇതിൽ ശരിക്കും പോസിബിളാണ്, ഒരു അറേഞ്ച്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ നമ്മളത് നോക്കി. അപ്പോൾ അവിടെ മുകളിലേക്ക് പോസിബിൾ അല്ല, പക്ഷെ താഴത്തേക്ക് പോസിബിളായി. ഇനി എന്ത് ചെയ്യണം? ഈ 2 ബ്ലോക്ക് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ 2 ബ്ലോക്ക് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ 2 ബ്ലോക്കും ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ബ്ലോക്ക് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് അതേപോലെ വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യാം. എഫ് സി അടുത്ത് വരാൻ പറ്റുമോ? എഫ് സി അടുത്ത് വരാൻ പറ്റില്ലേ? അപ്പോൾ നമുക്ക് എന്ത് അറേഞ്ച്മെൻറ്റ് എടുക്കാം? എ ഇ സി എഫ് ബി ഡി എന്നുള്ളത് പോസിബിൾ ആണ്. കാരണം സി എം എഫ് അടുത്ത് വരാമെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് പോസിബിൾ. ഇനി എഫ് എ അടുത്ത് വരാൻ പറ്റുമോ? എഫ് എ അടുത്ത് വരാൻ പറ്റില്ല. എ ഡസ് നോട്ട് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല. ഇനി ഡി സി അടുത്ത് വരാൻ പറ്റുമോ? സി ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഡി പറ്റില്ല. ഡി അടുത്ത് വരാൻ പറ്റുമോ? എ ഡസ് നോട്ട് സ്റ്റാൻഡ് നെക്സ്റ്റ് ഇവിടെ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ 2 ആൻസേഴ്സ് ഉള്ളത്. ഇത് 2 പോസിബിൾ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു അപ്രോച്ചാണ്. ഞാനതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു. 2 കേസുകൾ ഞാൻ ആദ്യം ഒരു ഭാഗം ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇപ്പുറത്തെ സൈഡ് ഞാൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കി. അതിനപ്പുറത്തെ കൊണ്ടുവന്ന് ഇവിടെ 2 ഭാഗം ഫിക്സ് ചെയ്ത് നോക്കി. സോ 2 സൊല്യൂഷൻ ഇവിടെ പോസിബിൾ ആണ്. ദർ ആർ 2 ആക്ച്വൽ അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ. ഇനി ഇതിൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെ ജസ്റ്റ് അക്ഷരങ്ങൾ മാറി പലതവണ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സ്പീഡ്, ഇപ്പോൾ ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നതാണ്. ബട്ട് ആക്ച്വലി ചെയ്യാൻ ടേക്സ് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ്. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മാക്സിമം ചെയ്ത് കഴിയും. മാക്സിമം 30 സെക്കൻഡ് കൊണ്ട് ചെയ്ത് കഴിയും. നമ്മൾ മാത്സിലും സ്റ്റാറ്റിലൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, സമയമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ക്വസ്റ്റ്യന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫോളോ എ പ്രോപ്പർ അപ്രോച്ച്, ഡെഫിനറ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ കിട്ടും. വെറുതെ എന്തെങ്കിലും ഉടായ്പ ചെയ്ത് വെക്കരുത്. ആൻസർ ചിലപ്പോൾ തെറ്റിപ്പോവും. നമ്മളിത് പ്രോപ്പർ അപ്രോച്ച് എടുത്താൽ എന്തായാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതിന് ആൻസർ അപ്പം നമ്മൾ ചോദ്യം എന്താണ്? യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ്, ചോദ്യം എന്താണ്? എഫ് ഇസ് ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ. എഫ് എവിടെയൊക്കെ വരുന്നുണ്ട്? എഫ് ഇസ് ബിറ്റ്വീൻ 2 കേസിലും എഫ് ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ആദ്യത്തെ കേസിലും സി ബിൻ്റെ ഇടയിലാണ്. രണ്ടാമത്തെ കേസിലും എഫ് ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. 2 കേസിലും എഫ് ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ അപ്രോച്ച്. ആ രീതിയിൽ ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ തുടങ്ങേണ്ടത്. പോസിബിൾ പ്രൊജക്ഷൻസ് എടുക്കാം. ആൻഡ് ദെൻ ജസ്റ്റിഫൈ, ബാക്കിയുള്ള പോയിന്റ്സ് ഓരോന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ച് സമയം കൂടെ വേണം. ആൻസേഴ്സ് ഇതുവരെ ആൻസേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആൻസർ വരാൻ വേണ്ടി ഒരു അല്പം സമയം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ 3-3 അറേഞ്ച്മെൻറ്റ്. ഒരു പസിൽ മൂവ് ചെയ്യില്ല. നമ്മളൊരു ബ്ലോക്ക് വെച്ച് നോക്കുക, പറ്റില്ലെങ്കിൽ അപ്പുറ സൈഡ് കൊണ്ടുപോയി വെച്ച് നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? റെസ്പോൺസ്, വാട്ട് ഹാപ്പൻഡ് ടു ദ റെസ്പോൺസ്? നേരത്തെ കുറേ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ ആൻസർ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ആൻസർ ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തു പറ്റി? ചെയ്ത് കഴിഞ്ഞോ? ഹാവ് യു ഡൺ ദിസ്? ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ദർ ആർ 6 ഫ്ലാറ്റ്സ്. ഇതും ഇതേപോലെ നമ്മൾക്ക് ഉള്ള എക്സസൈസിലുള്ളതും പ്ലസ് അതേപോലെ എക്സാമിന് വരുന്നതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദർ ആർ 6 ഫ്ലാറ്റ്സ് ഓൺ എ ഫ്ലോർ ഇൻ 2 rows ഫേസിങ് നോർത്ത് ആൻഡ് സൗത്ത്. അപ്പോൾ റെസ്പെക്റ്റീവ്ലി ആയിട്ട് എടുക്കണം. 6 ഫ്ലാറ്റ് ഉണ്ട്, 2 സ്റ്റേജ് ആയിട്ടുള്ളത്.
അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. ഞാൻ ആ ഡാറ്റനെ 2 ഗ്രൂപ്പാക്കിയാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യൽ. അങ്ങനെ ഡാറ്റനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്തപ്പോൾ 6 ആൾക്കാരുണ്ട്, PQRSTU. ഓക്കെ, അപ്പോൾ ഈ 6 ആൾക്കാരുണ്ട്. അപ്പോൾ 6 ആൾക്കാരുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ, PQRSTU. ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. ഐ റൈറ്റ് ഇറ്റ് ഡൗൺ നോർമലി. ആ ഡാറ്റ അവിടെ എഴുതും, 6 ആൾ PQRSTU എന്ന് എഴുതി വെക്കും. എന്നിട്ട് Q ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. അപ്പോൾ ഇത് ടീം ബിൽഡ് ചെയ്യാണ് ഞാൻ ആദ്യം ഇവിടെ. ഐ എം ജസ്റ്റ് പുട്ടിങ് എ ടീം ഹിയർ. അറേഞ്ച്മെന്റ് അല്ല, ഞാൻ ആദ്യം ടീം ബിൽഡിംഗ് ആണ് ഇവിടെ ചെയ്യുക. അറേഞ്ച്മെന്റ് ഇപ്പുറത്താണ് ചെയ്യുക. യു മേ ഫോളോ ദിസ് അപ്രോച്ച്. 3-3 അറേഞ്ച് ഇതേപോലെ 2 rows ഫേസിങ് നോർത്ത് ആൻഡ് സൗത്ത് ഉള്ള സമയത്ത് ഐ യൂഷ്വലി ഡൂ ഇറ്റ് ഇൻ സ്റ്റേജസ്. ആദ്യം ഞാൻ അതിൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യും, എന്നിട്ടാണ് അറേഞ്ച് ചെയ്യുക. 2 ഭാഗത്തേക്കുള്ള ആളുകളെ സെറ്റ് ചെയ്തിട്ടാണ് അറേഞ്ച്മെന്റിലേക്ക് പോകാറ്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് Q ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. Q ഗെറ്റ്സ് എ നോർത്ത് ഫേസിങ് ഫ്ലാറ്റ്. അപ്പോൾ Q ഇവിടെ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആൾ ഇവിടെ ഉള്ളത്, സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ടീമിൽ Q ഉണ്ട്. അതിൻ്റെ അറേഞ്ച്മെന്റ് അല്ലോട്ടെ ഞാൻ പറഞ്ഞത്. ജസ്റ്റ് സേയിങ് ദാറ്റ് Q ഇസ് ഇൻ ദ ടീമിൽ, ആ ടീമിൽ Q ഉണ്ട് എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ആൻഡ് ഇസ് നോട്ട് നെക്സ്റ്റ് ടു എസ് തൊട്ടടുത്തില്ല. പക്ഷേ എസ് തൊട്ടടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നോട്ട് നെക്സ്റ്റ് ടു എസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഈ കൂട്ടത്തിൽ തന്നെയാണ് എസ് ഉള്ളത്, അതോ തൊട്ടടുത്തല്ല എന്നുള്ളൂ. അത് നമ്മൾ ആ സെൻറ്റൻസ് നമ്മൾ ഹിഡൻ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുകയാണ്. നോട്ട് നെക്സ്റ്റ് ടു എസ് എന്ന് പറയുമ്പോൾ എസ് ആ ടീമിൽ തന്നെ ഉണ്ട്, പക്ഷേ അടുത്തല്ല. ഇത് അറേഞ്ച്മെൻ്റ് അല്ല, അതേ ടീമിലാണെന്ന് മാത്രം. അപ്പോൾ അതെടുത്തു. Q gets a north facing flat and is not next to S ഞാൻ എടുത്തു. S and U are diagonally opposite. Diagonally opposite എന്നാൽ ഇങ്ങനെ. അപ്പോൾ ഒരാൾ ഈ എൻഡിലാണ്, മറ്റാൾ അപ്പുറത്തെ എൻഡിലുണ്ടാവും. Diagonally opposite ആണെങ്കിൽ U ഇപ്പുറത്തെ സൈഡിലുണ്ടാവാം. S ഇവിടെ ആണെങ്കിൽ U അപ്പുറത്തെ സൈഡിലുണ്ടാവും. R next to U, R എന്താ ആ ടീമിലുള്ളത്, gets a south facing flat and T gets a north facing flat. അപ്പോൾ അത് T gets a north facing flat വന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്, who is between Q and S എന്നാണ് ചോദ്യം. ഞാൻ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ദ ഫ്ലാറ്റ് ബിറ്റ്വീൻ Q ആൻഡ് എസ്, ബാക്കി നമ്മൾ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നമുക്കവിടെ സൊല്യൂഷനായി. കാരണം ഹൂസ് ഫ്ലാറ്റ് ഇസ് ബിറ്റ്വീൻ Q ആൻഡ് എസ് എന്നാണ് ചോദിച്ചത്. Qൻ്റെ എസിൻ്റെ ഇടയിൽ ആരെയും വരാൻ ചാൻസ് ഉള്ളൂ, ഇവിടെ T മാത്രമല്ല വരാൻ ചാൻസ് ഉള്ളൂ. അറേഞ്ച്മെൻറ്റ് ചെയ്യാതെ തന്നെ ആൻസർ ചിലപ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങളിത് എപ്പോഴും നോക്കി വെക്കുക. ഇതേപോലെ നോർത്ത് സൗത്ത് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ട്രൈ ടു ബിൽഡ് എ ടീം. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് എഴുതി വെക്കാം, സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ. അറേഞ്ച്മെൻ്റ് അല്ല, ഐം ജസ്റ്റ് റൈറ്റിംഗ് ദ നെയിംസ്. ഓക്കെ, അറേഞ്ച്ഡ് അല്ല, അത് QST എന്നുള്ള അറേഞ്ച്മെൻ്റ് അല്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ആ ടീമിനെ ഇവിടെ എഴുതി, ബാക്കിയുള്ള ടീമിനെ അവിടെ എഴുതി. അതിന് ശേഷം അറേഞ്ച് ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ചിലപ്പം ഇതേപോലെ ടീം ബാക്കിയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് വേണ്ട ആൻസർ എത്തും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ അറേഞ്ച് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്തു. നമ്മളെ സംബന്ധിച്ചുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ. സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് മൂവിങ് ഓൺ. അടുത്തത് 5 boys ആർ സിറ്റിംഗ് ഇൻ എ റോ. 5 ആൾക്കാർ റോയിൽ ഇരിക്കുന്നു. സൊല്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഡു ഇറ്റ് അഗൈൻ. 5 boys ആർ സിറ്റിംഗ് ഇൻ എ റോ. 5 ആൾക്കാർ ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. A B C D E 5 പേര് ആ സിറ്റിംഗ് ഇൻ എ റോ. അപ്പോൾ ആ സെൻറ്റൻസ് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഞാനവിടെ ഡാറ്റ എഴുതി കഴിഞ്ഞാൽ ഞാൻ സ്ട്രൈക്ക് ഇറ്റ് ഔട്ട്. പെൻസിലുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യാം. A is to the right of B. A is to the right of B. ബീൻ്റെ റൈറ്റ് സൈഡിൽ A. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എവിടെ വേണമെങ്കിലും വരാം. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന ആപ്പ് ടേക്കൺ ഇമ്മീഡിയറ്റ് റൈറ്റ്. അത് എടുത്തിരിക്കുന്ന ഒരു അസംഷനാണ്. അത് ശരിയാണെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വി മൂവ് അഹെഡ് വിത്ത് ദിസ്. അതല്ലെങ്കിൽ നമ്മൾ അതിനെ മാറ്റി ചെയ്യണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിൽ വരാം. തൊട്ടടുത്ത് എഴുതുന്നതിന് ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നാണ് പറയേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയാത്ത കേസുകളും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ് റൈറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും റൈറ്റ് സൈഡ് നമ്മൾ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടും. അങ്ങനെ കിട്ടുകയാണ് സുഖമല്ലേ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ A is to the right of B ഞാൻ എടുത്തു. A is to the right of B എടുത്തു. ആൻഡ് അവിടെ സെൻറ്റൻസ് ബ്രേക്ക് ആവണേ. ആൻഡ് E is to the left of B. അവിടെ ആൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കണക്ട് ചെയ്യരുത്. ആൻഡ് അത് സെൻറ്റൻസ് അവിടെ കഴിഞ്ഞു. A is to the right of B, അത് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റഡ് ആണ്. ആൻഡ് E is to the left of B. ഈ ലെഫ്റ്റ് ഓഫ് ബി അത് ഞാൻ എടുത്തു. ഇവിടെ എന്തോ ഒന്ന് ബട്ട് വന്നു. ലാംഗ്വേജ് കീവേഡ് ബട്ട്. എന്താ ബട്ട്? ആൻഡ് ഓർ ബട്ട് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ. ആൻഡ് ഓർ ബട്ട് റെഫേഴ്സ് ടു ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആരാ? E ആണ് ഫസ്റ്റ് പേഴ്സൺ. E ഈസ് ടു ദ റൈറ്റ് ഓഫ് C. E ഈസ് ടു ദ റൈറ്റ് ഓഫ് C. അപ്പോൾ C എവിടെ വരണം? ഇപ്പുറത്ത് വരണം. E ഈസ് ടു ദ റൈറ്റ് ഓഫ് C. E ഈസ് ടു ദ റൈറ്റ് ഓഫ് C എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഐ ആസ്ക് യു ടു ടേക്ക് റിലേറ്റീവ് പൊസിഷൻസ്. E ഈസ് ടു ദ റൈറ്റ് ഓഫ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്തായിരിക്കണം? ഇയുടെ ലെഫ്റ്റിൽ വരണം. ഒന്നുകൂടെ ഞാൻ പറയാം. E ഈസ് ടു ദ റൈറ്റ് ഓഫ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് C ആണെങ്കിൽ C ഇയുടെ ലെഫ്റ്റിൽ എടുക്കണം, റിലേറ്റീവായിട്ട് എടുക്കണം. ബോട്ടിൽ
I am on the right side, I am on the right side of the bottle, so bottle is on the left side of me. അല്ലേ? അതാണ് ഞാനിവിടെ ഇപ്പോൾ എഴുതിയത്. സോ E is to the right of C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ലെഫ്റ്റ് സൈഡ് വരണം. അത് എടുത്തു കഴിഞ്ഞു. A is to the left of D. A is to the left of D. അപ്പോൾ A ലെഫ്റ്റ് ഓഫ് D ആണെങ്കിൽ D എവിടെ വരണം? എൻ്റെ റൈറ്റിൽ വരണം. റിലേറ്റീവ് പൊസിഷൻ ലെഫ്റ്റും റൈറ്റും. ഇനി ചോദ്യം ഇതാണ്, ഹൂ സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. 5 ആളതും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് സെക്കൻഡ് ആരാ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ആരാ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ആരാ? ഈ അല്ലേ? ഇവിടെ നമ്മളെ ചാറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഫൈൻ. ഇവിടെ എന്താണ്, കല്യാണം ഉണ്ട് പിന്നെ വരാന്നോ? ഇതൊരു കല്യാണത്തിന് പോവാണ്, കല്യാണം കഴിഞ്ഞിട്ട് വരാന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ പോയിട്ട് വാ. ആക്ച്വലി ഇന്നലെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അത് മിസ്സായി. കാരണം ഇവിടെ ക്ലാസ് നമ്മൾ 5 മണിയാണല്ലോ നമ്മൾ പ്ലാൻ പറഞ്ഞിരുന്നത്. 9 to 5 ആണ് ആക്ച്വലി ഇവിടെ പ്ലാൻ പറഞ്ഞിരുന്നത്. ബട്ട് ഐ ഗോട്ട് ലൈക്ക്, നമ്മൾ പോയത് എപ്പോഴും 9 മണിക്ക് എങ്ങനെ, വീട്ടിലെത്തുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇന്നിപ്പോൾ വേറെ കല്യാണം ഉണ്ട്. ഇന്ന് ഉച്ചക്കും പരിപാടി ഉണ്ട്, രാത്രിയും പരിപാടി ഉണ്ട്. അതും മിക്കവാറും മിസ്സാവുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫ് ഇസ് ഓൾ അബൌട്ട് പ്രയോറിറ്റീസ് അല്ലേ? നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നല്ല നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. അപ്പോൾ പഠനമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരാം. ഇതിന് ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഇപ്പോൾ ക്ലിയർ ആയി. അത് ഞാൻ ചാറ്റ് നോക്കിയിരുന്നില്ല, അതുകൊണ്ട് പറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Four girls are seated for a photograph. എന്താ ഫോട്ടോഗ്രാഫിൻ്റെ പ്രത്യേകത? ഫോട്ടോഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡ്രോ ഫേസിങ് സൗത്ത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആ വെറുതെ ലെഫ്റ്റ് വിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഇവിടെ പ്രോപ്പറായിട്ട് വരയ്ക്കുക. ഡ്രോ ഫേസിങ് സൗത്ത്, സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. സൗത്തിലേക്ക് ഫേസ് ചെയ്ത രീതിയിൽ വരയ്ക്കാൻ തന്നെയല്ല, എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം മാത്രം ചെയ്തു വെക്കാം. കൺഫ്യൂഷൻ ചെയ്തേക്കാണ്ട് ഒരു കാര്യം ചെയ്തു വെക്കാം. നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെയാണ്? നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ, ലെഫ്റ്റ് സൈഡ് ഇവിടെ. ഇതാണ് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇതൊന്ന് മാറ്റി ചെയ്താൽ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ലെഫ്റ്റും ഇവിടെ റൈറ്റും. ഇതൊരു ഡയറക്ഷൻ കോമ്പസ് എന്ത് ചെയ്യുക? അവിടെ വരച്ച് വെക്കാം. ഫോട്ടോഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കാം. യു ഹാവ് ടു ഡ്രോ ഫേസിങ് സൗത്ത്. സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഒരു ഡയറക്ഷൻ കോമ്പസ് അവിടെ വരയ്ക്കാം. ലെഫ്റ്റ് റൈറ്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ, അത് നോക്കിയാൽ മതി. ഈ ഡയറക്ഷൻ കോമ്പസ് നോക്കിയിട്ട് എടുക്കാം. ഇനി ഷിക്ക ഇസ് ലെഫ്റ്റ് ഓഫ് റീന. ഓരോരുത്തരെ നമുക്ക് വരയ്ക്കാം. 4 ഗേൾസ് ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഞാനിവിടെ നമ്പർ ചെയ്ത് വെക്കുന്നു. 4 ആളെ വരയ്ക്കണം എന്നുള്ളത് നമ്പർ ചെയ്ത് വെച്ചു. ആ സെൻറ്റൻസ് ഇനി വായിക്കില്ല. ഷിക്ക ലെഫ്റ്റ് ഓഫ് റീന. റീനയുടെ ലെഫ്റ്റിലാണ് ഷിക്ക. അപ്പോൾ റീന എവിടെ? ഷിക്ക ലെഫ്റ്റ് ഓഫ് റീന. ഷിക്ക എവിടെ വരണം? ലെഫ്റ്റിൽ വരണം. അപ്പോൾ ഞാൻ ഈ ഡയറക്ഷൻ കോമ്പസ് നോക്കിയിട്ടാണ് എഴുതുന്നത്. ഷിക്ക ലെഫ്റ്റ് ഓഫ് റീന. അപ്പോൾ ഷിക്ക ലെഫ്റ്റിൽ വരണം. കഴിയുന്നതും ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കണം കേട്ടോ. കാരണം ഒരേ അക്ഷരത്തിൽ 2 പേരുണ്ടെങ്കിൽ ഇവിടെ റീന ഒരേ അക്ഷരത്തിൽ 2 പേരാണ്. അപ്പോൾ അത് 6 എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ എന്താണെന്ന് മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് ചെയ്യണം. ഇവിടെ റീന ഉണ്ട്, റീത്ത ഉണ്ട്, 2ഉം 6ലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഫുള്ള് പേര് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2-3 അക്ഷരങ്ങളിൽ പേര് എഴുതാൻ ശ്രമിക്കാം. ഷിക്കാസ് ലെഫ്റ്റ് ഓഫ് റീന എടുത്തു. മഞ്ജുസ് റൈറ്റ് ഓഫ് റീന. മഞ്ജു റൈറ്റ് ഓഫ് റീന. റീനയുടെ റൈറ്റിൽ മഞ്ജു. റീത്ത ഇസ് ബിറ്റ്വീൻ റീന ആൻഡ് മഞ്ജു. റീനൻ്റെ മഞ്ജുവിൻ്റെ ഇടയിൽ ആയിരിക്കുന്നു റീത്ത. ഹൂ സെക്കൻഡ് ലെഫ്റ്റ് ഇൻ ദ ഫോട്ടോഗ്രാഫ്? അറേഞ്ച്മെൻറ്റ് ഇത്രേ ഉള്ളൂ നമ്മൾ. അപ്പോൾ അത് ലെഫ്റ്റ് റൈറ്റിന് കോമ്പസ് ഞാൻ അവിടെ വരച്ച് കഴിഞ്ഞാൽ മഞ്ജു, റീത്ത, റീന, ഷിക്ക. ഇതാണ് അറേഞ്ച്മെൻറ്റ്. മഞ്ജു, റീത്ത, റീന, ഷിക്ക. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഈ അറേഞ്ച്മെൻറ്റ് വരച്ചതിന് ശേഷം ചോദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എന്താ ചോദ്യം? ഹൂ ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഇൻ ദ ഫോട്ടോഗ്രാഫ് എന്നാണ് ചോദിച്ചത്. ഹൂ ഇസ് സെക്കൻഡ് ലെഫ്റ്റ് ഇൻ ദ ഫോട്ടോഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്ത് നമ്മളൊരാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, ഞാനാണ് വരച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റുഡിയോ അസിസ്റ്റൻ്റ് കയറി വന്ന് സ്റ്റുഡിയോ അസിസ്റ്റൻ്റ് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ സെക്കൻഡ് ലെഫ്റ്റ് ഫോട്ടോഗ്രാഫിൽ ആരാന്ന് ചോദിച്ചു. ഈ കോമ്പസ് ഞാൻ മറച്ചു വെച്ചെന്ന് വിചാരിച്ചോ? ഇത് നമുക്കെല്ലാം അറിയുള്ളൂ, ഇത് അവർക്ക് അറിയില്ലല്ലോ. വരച്ച് കഴിഞ്ഞാൽ ഈ കോമ്പസ് ഞാൻ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരാൾ ഈ ചിത്രം നോക്കിയിട്ട് എന്താ പറയുക? ഇതിൽ സെക്കൻഡ് ലെഫ്റ്റിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക?
ഇതിൽ സെക്കൻഡ് ലെഫ്റ്റ് ആരാന്ന് വെച്ചാൽ അവരെന്താ പറയാം, റിത്ത എന്നാ പറയാം. ഇതിൽ സെക്കൻഡ് ലെഫ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഡയഗ്രാം നോക്കിയിട്ടാണ് പറയുന്നത്, റിത്ത എന്നാണ് പറയാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം ഹൂ is left of റീന എന്ന് ചോദിച്ചാൽ, ഹൂ ഈസ് ലെഫ്റ്റ് ഓഫ് റീന എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അർത്ഥം നമ്മളെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കിയെടുക്കാം. ഹൂ ഈസ് ലെഫ്റ്റ് ഓഫ് റീന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീനയുടെ ലെഫ്റ്റിൽ ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റീന എന്നുള്ള ആളെ ലെഫ്റ്റ്. കാരണം റീന സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. റീന സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന റീനയുടെ ലെഫ്റ്റ് സൈഡിൽ ആരാ ഉള്ളത്? സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന റീന. ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയതാണ് ബ്ലാക്ക് കളർ, അതിൻ്റെ ആൻസർ വേറെ തന്നെ പറയാം. സൗത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന റീനയുടെ ലെഫ്റ്റ് സൈഡിൽ ആരാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആൻസർ എന്താ നിങ്ങൾ പറയണ്ടേ? സൗത്തിലേക്ക് ഫേസ് ചെയ്ത റീനയുടെ ലെഫ്റ്റ് സൈഡ് ആരാണ് വരിക? ആൻസർ എന്താ എടുക്കേണ്ടത്? ഷിക്ക. ക്വസ്റ്റ്യൻ രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റീന ദേ ആർ ഫേസിങ് ഇൻ ദ സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ശരിക്കും മനസ്സിലാക്കിയെടുക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് ഈസ്റ്റും വെസ്റ്റും പോലെയല്ല. ഈസ്റ്റ് വെസ്റ്റ്, സൺ റൈസസ് ഇൻ ദി സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അത് ആരോട് ചോദിച്ചാലും അതിൽ മാറ്റം വരില്ല. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കത് കാണാമല്ലോ. എന്നോട് ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഓൺ മൈ ലെഫ്റ്റ് സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. വാട്ട് ഈസ് ഓൺ മൈ ലെഫ്റ്റ് സൈഡ് എന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മൈ ലെഫ്റ്റ് സൈഡിലുള്ളത് വാട്ടർ ബോട്ടിലാണ്. വാട്ട് ഈസ് ഓൺ മൈ റൈറ്റ് സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പെൻസിൽ. നേരെ മറിച്ച് നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. യു ആർ ഫേസിങ് എന്താ, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ടു റൈറ്റ് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ലെഫ്റ്റ് ടു റൈറ്റ് ചോദിക്കുന്ന സമയത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ആ ഫോട്ടോയിലുള്ള ആളെ ലെഫ്റ്റ് റൈറ്റും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നോക്കുന്ന ലെഫ്റ്റ് റൈറ്റും രണ്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിൻ്റെ അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ ഇതേപോലെ അതിൻ്റെ ഉള്ള ഒരാളെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5 persons are standing in a line. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. 5 persons are standing in a line. 5 പേരുണ്ട്. അപ്പോൾ 5 പേരുണ്ട് ലൈനിൻ്റെ മുകളിൽ നിൽക്കുന്നു. 5 പേരുണ്ട് ലൈനിൻ്റെ മുകളിൽ. ഓക്കെ, 1 line, single line. One of the 2 persons extreme end is a professor, other is a businessman. Advocate is standing to the right of a student, author is left of the businessman. Student is standing between professor and advocate, counting from the left, author is at which place. അപ്പോൾ ഞാൻ സെൻറ്റൻസ് ഫുള്ള് വായിച്ചു. അതിൽ കൺഫേം സീറ്റ് നമ്പർ ഉണ്ടോ എന്ന് വെച്ചു. കൺഫേം സീറ്റ് നമ്പർ നോക്കിയ സമയത്ത് അവിടെ കൺഫേം സീറ്റ് നമ്പർ ഇല്ല. എക്സ്ട്രീം പൊസിഷനിൽ ആരെങ്കിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ നോക്കിയപ്പോൾ അതില്ല. അപ്പോൾ ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ദ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ പ്രൊഫസർ ആൻഡ് അഡ്വക്കേറ്റ്. സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ പ്രൊഫസർ ആൻഡ് അഡ്വക്കേറ്റ്. ഇങ്ങനെ എടുക്കാം ഒരു അറേഞ്ച്മെൻറ്റ്. അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ അഡ്വക്കേറ്റ് ആൻഡ് പ്രൊഫസർ. രണ്ട് രീതിയിലും ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ അത് ഞാൻ എടുത്തു. സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ പ്രൊഫസർ അഡ്വക്കേറ്റ് എന്ന് എടുത്തു. ഇനി ബാക്കി സെൻറ്റൻസ് ഓരോന്ന് പറയുന്നത് കണക്ട് ചെയ്യണം. വൺ ഓഫ് ദ പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് എക്സ്ട്രീം ഇസ് ദ പ്രൊഫസർ, അതർ ഇസ് എ ബിസിനസ്മാൻ. ഒരു ഭാഗത്ത് പ്രൊഫസർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ബിസിനസ്മാൻ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് സ്റ്റാൻഡിങ് ടു ദ റൈറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. അവിടെ നിന്ന് തന്നെ ഇതിൽ ഏതോ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അഡ്വക്കേറ്റ് സ്റ്റാൻഡിങ് ടു ദ റൈറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഇവിടെ പ്രത്യേകിച്ച് നോർത്ത് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ അവർ ഫേസിങ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ ആണ് എടുക്കാം. ബൈ ഡിഫോൾട്ട് ദ ഫേസിങ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അഡ്വക്കേറ്റ് സ്റ്റാൻഡിങ് ടു ദ റൈറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് വരണം? അഡ്വക്കേറ്റ് വരണം. അപ്പോൾ സ്റ്റുഡൻറ്റ് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് അഡ്വക്കേറ്റ് വരണം. സോ ദിസ് ഈസ് ദ നമ്മൾ മുകളിൽ വരച്ചതാണ് കറക്റ്റ്, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് ബേസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അതിൽ പറയുന്ന സമയത്ത് വൺ ഓഫ് ദ ടു പേഴ്സൺസ് അറ്റ് എക്സ്ട്രീം എൻഡ് പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഫസർ ഒരു എക്സ്ട്രീം എൻഡിലാണ്. അപ്പോൾ എത്ര പേരുണ്ട്? 5 പേരുണ്ടെങ്കിൽ പ്രൊഫസർ ഇസ് ഓൺ ദിസ് സൈഡ്. കൺഫേമായി സീറ്റ് പൊസിഷൻസ് എങ്ങനെയാണ്? പ്രൊഫസർ ഇസ് ഓൺ ദ എക്സ്ട്രീം സൈഡ്. അതർ ഇസ് എ ബിസിനസ്മാൻ. അപ്പോൾ ലാസ്റ്റ് സൈഡിൽ എന്ത് വരണം? ഇവിടെ ബിസിനസ്മാൻ വരണം. അതും കൺഫേമായി.
One of the person next to the other is a businessman. Advocate is standing to the right of the student. നമ്മൾ എടുത്തു കഴിഞ്ഞ കണ്ടീഷനാണ്. Author is to the left of businessman. Author is to the left of businessman. Author is to the left of businessman. ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ പൊസിഷൻസ് ആയി. ഇനി കൗണ്ടിങ് ഫ്രം ദ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങി author is at which place 1 2 3 4 ഫോർത്ത് പൊസിഷൻ. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ അത് എന്താ പറയുക ഫോൾസ് പ്രൂഫാണ്. പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഞാൻ കുറച്ച് യൂട്യൂബിൽ നമ്മൾ വരുന്ന ചാറ്റിന് ചെറിയൊരു ലാഗ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് ദി ആൻസേഴ്സ്. ഇവിടെ ഫോർത്ത് എന്നുള്ള ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. റഹ്മത്ത്, ജിൻഷ, അജ്ന, പിന്നെ താനിഷ, ഓക്കെ, ഇവരെല്ലാവരും ആൻസേഴ്സ് ഫോർത്ത് നിന്ന് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. പ്രൊസീജിയർ എന്താണ്? ഡോണ്ട് സ്റ്റാർട്ട് ബൈ ഡ്രോയിങ്. ഞാൻ തന്നെ ആദ്യം തന്നെ 5 ചെയർ ഇട്ട് വെച്ചിട്ടില്ല. ഓക്കെ, അതിൽ കൺഫേം പൊസിഷൻസ് ഉണ്ടോ നോക്കി, എക്സ്ട്രീം പൊസിഷൻസ് മാർക്കറ്റ് ഉണ്ടോ നോക്കിയില്ല. ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഐ ഹവ് ടേക്കൺ ബോത്ത് ദ പ്രൊജക്ഷൻസ് എന്നെടുത്ത് തുടങ്ങി. എന്ത് പ്രൊജക്ഷൻ എടുത്തു then I'm working on the conditions. ഓരോന്ന് പറയുന്ന കണ്ടീഷൻസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് ബിൽഡ് ചെയ്തെടുത്താൽ നമ്മൾ ആൻസറിലെത്തും. ഓക്കെ, ഈ ഒരു അപ്രോച്ച് ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അവിടെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ABCDFG ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഫേസിംഗ് നോർത്ത്. നോർത്തിലേക്ക് ഫേസ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 പേരുണ്ട്. ദേ ആർ ഫേസിംഗ് നോർത്ത്. A മുതൽ G വരെ 7 പേരുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താൽ മതി. F is immediate right of E, E is fourth to the right of G, C is neighbor of B and D. അപ്പോൾ അതിൽ നമുക്ക് 2 രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. E is fourth to the right of G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E എന്നുള്ളത് fourth to the right of G. അപ്പോൾ അതൊന്ന് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അത് എടുത്താൽ മതി. E is 4 to the right of G. Gൻ്റെ 1 2 3 ഫോർത്ത് പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ കൺഫേം ആയിട്ടൊരു സീറ്റ് നമ്പറാണിത്. E is 4 to the right of G. അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. G 3 സ്പേസ് ഇട്ട് E എന്ന് എടുക്കാം. ഇനി F is to the immediate right of E. F is to the immediate right of E. അതും നമ്മൾ എടുത്തു. F is to the immediate right of E എന്ന് എടുത്തു. C is neighbor of B and D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 പേരുണ്ട്. അപ്പോൾ ഇവിടെ F is to the C is the neighbor of B and D എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ എടുക്കാം. C, B and D ഇങ്ങനെ എടുക്കാം. C, D, B എന്നും എടുക്കാം. 2 രീതിയിൽ എടുക്കാം. അപ്പോൾ 2 രീതിയിൽ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 2 രീതിയിൽ പ്ലേസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇവിടെ 3 ഒന്നിച്ച് വരുന്ന കേസ് ഇവിടെ ഉള്ളൂ. 3+ ഇവിടെ ഇപ്പോൾ തന്നെ എത്രയായി? 4 5 6 ഇനി ഒരു പ്ലേസ് മുന്നിലോ അപ്പുറത്തും ഇപ്പുറത്തും ഒരു പ്ലേസും കൂടി ഇടാനുള്ള സ്ഥലമുള്ളൂ അല്ലേ? 7 പേരല്ലേ ഉള്ളത്. ഓൾറെഡി നമ്മൾ എത്ര ചെയർ എടുത്തിട്ടുണ്ട്? 3 1 4 1 2 6 ചെയർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ടോട്ടലി 7 ആണുള്ളത്. 6 ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നെങ്കിൽ ഇത് കഴിഞ്ഞൊരു സ്ഥലം അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നൊരു സ്ഥലം, ഇത്രേ ബാക്കിയുള്ളൂ. ഒരു ഒന്നെങ്കിൽ ബിഫോർ ദ G ഒരു ചെയർ അല്ലെങ്കിൽ ആഫ്റ്റർ ദ F ഒരു ചെയർ, ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ BCD എവിടെ വരണം? ഇതിൻ്റെ നടുവ് തന്നെ വരണം. അപ്പോൾ ഇവിടെ BCD എന്ന് വരാം, DCB എന്ന് വരാം. 2 ഓപ്ഷൻസ് പോസിബിൾ ആണ്. ഒന്നെങ്കിൽ ഇത് BCD ആവാം അല്ലെങ്കിൽ DCB വരാം. ഇതിൽ ഏത് വേണമെങ്കിലും വരാം ഈ പറഞ്ഞ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട്. ഇനി ബാക്കി കണ്ടീഷൻസ് നമ്മൾ നോക്കിയെടുക്കണം. ഒരു പോയിന്റും കൂടാണ്, 4ാമത്തെ പോയിന്റാണിത്. പേഴ്സൺ ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി, പേഴ്സൺ ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ഈസ് അറ്റ് 1 ഓഫ് ദി എൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ സെൻറ്റൻസ്, 4ാമത്തെ പോയിന്റ്. പേഴ്സൺ ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ഈസ് അറ്റ് 1 ഓഫ് ദി എൻഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മോൾഡ് ചെയ്തത് കറക്റ്റ് എടുക്കുന്നത് പ്രോപ്പർ ആണെങ്കിൽ അത് ശരിയാണോ എന്നുള്ളത് നോക്കാം. G, the person is left of D. 1 to 3rd പൊസിഷനിൽ G ഉണ്ട്, ദാറ്റ് ഇസ് ഓൺ ദ എക്സ്ട്രീം ലെഫ്റ്റ്. ഇനി രണ്ടാമത്തത് ശരിയാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വെറുതെ എടുക്കാൻ പറ്റില്ല, ചെക്ക് ചെയ്യണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 2 3ാമത്തെ പൊസിഷനിലാണ് എക്സ്ട്രീം എൻഡിൽ ആൾ വരുന്നതെങ്കിൽ നമ്മുടെ ടോട്ടൽ ചെയറിൽ എത്ര എണ്ണം കൂടും? നമുക്ക് 7 എണ്ണം മതി. പക്ഷേ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ചെയർ വരും. കാരണം EF ഇപ്പുറത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 ചെയർ വരും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ അല്ല. അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യാം. സോ ദിസ് ഈസ് എ പോസിബിൾ അറേഞ്ച്മെൻറ്റ്. BCD G വരും. ഇനി പേഴ്സൺ ഇസ് ഓൺ ദ തേർഡ് ലെഫ്റ്റ് ഓഫ് ഡി ഇസ് നോ ദ എൻഡ്സ്. ഇനി ചോദ്യമാണ് ഹൂ ആർ ടു ദ റൈറ്റ് ഓഫ് ഡി. അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ടോ നമ്മൾ? 1 2 3 4 5 6. ഇനി ആരാ ബാക്കിയുള്ളത്? ഓൺലി 1 പേഴ്സൺ ഇസ് ലെഫ്റ്റ്. ഇവിടെ ഓൾറെഡി പറഞ്ഞു ദ പേഴ്സൺ ഹൂ ഇസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഈസ് എറ്റ് ദ എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് വരും? A മാത്രമാണ് ഇപ്പുറത്തേക്ക് വരാം. അപ്പോൾ ചോദ്യം നമ്മൾ ABCD 1 2 3 4 5 6 1 2 3 4 5 6 7. So one more person will be here. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 4. നമ്മളിതിൻ്റെ ആൻസർ വരിക ഹൂസ് ഓൺ ദ റൈറ്റ് ഓഫ് ഡി. ഡീൻ്റെ റൈറ്റിൽ ആരൊക്കെ വരും? E, F ആൻഡ് A. എക്ക്
അവിടെ വേറെ എവിടെയും എയിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ്ട്രീം ലെഫ്റ്റിൽ ജി ആണെന്നുള്ളത് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ജി എക്സ്ട്രീമിലാണെന്ന് പറഞ്ഞു. സോ ദർ ഇസ് ഓൺലി വൺ പ്ലേസ് വിച്ച് ഇസ് ലെഫ്റ്റ് ഫോർ എ, ഹി ഹാസ് ടു കം ഓൺ ദിസ് സൈഡ്. അപ്പോൾ ഇതിങ്ങനെ ലോജിക്കലി ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. ലോജിക്കൽ റീസണിംഗ് എന്നാണ് സെക്ഷൻ്റെ പേര്. ഓക്കെ, ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി, യെസ്, ഇ എഫ് ആൻഡ് എ. എ വേറെ എനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത ക്വസ്റ്റ്യൻ്റെ. പക്ഷേ എക്ക് ഇരിക്കാൻ ആ സൈഡിൽ എനെ ഇരുത്താൻ പറ്റില്ല. അവിടെ ജി ആണ്. ഈ ട്രെയിനിലൊക്കെ കയറുമ്പോൾ കാണില്ലേ, ബസ്സിലും ട്രെയിനിലൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് ചില ആൾക്കാർ അവിടെ തന്നെ ഇരിക്കും. വിൻഡോ സീറ്റ് വിട്ടു വരില്ല, അവിടെ ഇരിക്കണം. വിൻഡോ സീറ്റ് എനിക്കാണ് നല്ല രീതിയിൽ, ജി അവിടെ പോയി ഇരിക്കണം. അപ്പോൾ അവിടെ ജീൻ്റെ അപ്പുറത്തിന് എനിക്ക് ഇരിക്കാൻ കഴിയില്ല. സോ ഓൺലി പ്ലേസ് അവൈലബിൾ ഫോർ എ ഈസ് ഓൺ ദ അതർ സൈഡ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ 7 ചെയർ ഇട്ട് വെക്കരുതെന്ന് പറയുന്നത്. കാരണം 7 ചെയർ ഇട്ട് വെച്ച് പ്രോബ്ലം ചെയ്ത് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, ഇ എഫ് എ റൈറ്റ് സൈഡിൽ. ലീനിയർ അറേഞ്ച്മെന്റ് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതൊരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. P is sitting 13th from left and Q is sitting 24th from right. സൗണ്ടൊക്കെ പോയി തുടങ്ങിക്കണം. ഫ്രം റൈറ്റ് ആൻഡ് തേർഡ് ലെഫ്റ്റ് ഫ്രം പി, ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ ദ ലൈൻ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പീനെ കുറിച്ചും പറയുന്നുണ്ട്, ക്യൂവിനെ കുറിച്ചും പറയുന്നുണ്ട്. പി ലെഫ്റ്റ് സൈഡിൽ നിന്നും ക്യൂ റൈറ്റ് സൈഡിൽ നിന്നും പറഞ്ഞു. ഇങ്ങനെ മാത്രം തന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പോയിന്റ് കൂടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആൻഡ് തേർഡ് ലെഫ്റ്റ് ഫ്രം പി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ക്യൂവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആൻഡ് തേർഡ് എന്ന് ഉദ്ദേശിക്കുന്ന ക്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ക്യൂ ഇസ് തേർഡ് ലെഫ്റ്റ് ഫ്രം പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ബേസിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് 2 രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് പി 13th ഫ്രം ലെഫ്റ്റ് സൈഡ്, പി ലെഫ്റ്റ് സൈഡിൽ നിന്ന് 13th പൊസിഷനിൽ പീനെ ഞാൻ എടുത്തു. ക്യൂ റൈറ്റ് സൈഡിൽ നിന്ന് 24th എടുത്തു. എന്നിട്ട് ഒരു പോയിന്റും കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യൂ എസ് ഇവിടെ ആൻഡ് തേർഡ് ലെഫ്റ്റ് ഫ്രം പി, പി എന്നും തേർഡ് ലെഫ്റ്റിലാണ് എന്ത് ക്യൂ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊസിഷൻസ് മാർക്ക് ചെയ്തു. 1 ഇവിടെ ബീൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ട് 1 2 3 ഈ മൂന്നാമത്തെ പൊസിഷനിൽ 1 ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് 1 2 മൂന്നാമത്തെ പൊസിഷനിലാണ് ആരുള്ളത്, ക്യൂ ഉള്ളത്. തേർഡ് ലെഫ്റ്റ് ഫ്രം പി എന്നും തുടങ്ങിയിട്ട് പിയുടെ പൊസിഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിലാണ് ക്യൂ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാനതിനെ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. സോ ക്യൂവിൻ്റെ പൊസിഷൻ ടോട്ടലി 24 ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ പീൻ്റെ പൊസിഷൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ 13ഉം റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എത്ര വരും, 24 ആണ് ക്യൂവിൻ്റെ പൊസിഷൻ. അവിടെ നിന്ന് 3 സ്റ്റെപ്പ് പുറകിലേക്ക് വന്നാൽ നമ്മൾ ക്യൂവിൻ്റെ പൊസിഷനിൽ എത്തൂലേ. ക്യൂ നിൽക്കുന്നത് 3 സ്റ്റെപ്പ് ഫോർവേഡാണ്. പി എന്നുള്ള പോയിന്റ് നിന്നും 1 2 3 തേർഡ് പൊസിഷനിലാണ് ക്യൂ ഉള്ളത്. അപ്പോൾ ക്യൂ നിന്നും പുറകിലേക്ക് വരിക. ആ 1 2 3 പുറകിലേക്ക് വന്നാൽ നമ്മൾ പീൻ്റെ പൊസിഷനിലെത്തും. പീൻ്റെ പൊസിഷൻ ഇപ്പോൾ എത്ര, 21st പൊസിഷൻ, 24 23 22 21. അപ്പോൾ പിയുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ 13ഉം റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ 21ഉം. അപ്പോൾ ടോട്ടലി എത്ര ആൾക്കാർ ഈ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാവും, എത്ര വരിക? രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് I've seen students giving an answer as 33 എന്ന് സ്റ്റുഡൻസ് ആൻസർ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇവിടെ നോക്കാം. സ്റ്റുഡൻസ് ഇതിന് ആൻസർ 34 എന്ന് പലരും പറയാറുണ്ട്. കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ 13, അവിടെ നോക്കുമ്പോൾ 21, ആഡ് ചെയ്തിട്ട് 34 എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പം എൻ്റെ ഈ ഫിംഗർ നമ്മൾ ഇപ്പോൾ ഒരു വോട്ട് ചെയ്ത ചിഹ്നക്ക് ഈ വിരലും വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഫിംഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിംഗർ ഇവിടുന്ന് സെക്കൻഡ് പൊസിഷന്, ഇവിടുന്ന് 4th പൊസിഷനാണ്. 2 + 4 6 ആണ്. ദിസ് ഫിംഗർ, ഈ ഫിംഗർ ഇവിടുന്ന് സെക്കൻഡ് പൊസിഷൻ, ഇവിടുന്ന് 4th പൊസിഷനാണ്. പക്ഷേ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 + 4 6 ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ എത്ര വിരലുള്ളൂ, 5 വിരലുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് 13th പൊസിഷൻ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 21st പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് 34 എന്ന് ആൻസർ പറയരുത്. അതൊന്ന് 1 മൈനസ് ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ ഇവിടുന്ന് 30 കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കണമെങ്കിൽ. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി, m + n - 1. ഇവിടുന്ന് mth പൊസിഷൻ ഫ്രം ലെഫ്റ്റ്, nth പൊസിഷൻ ഫ്രം റൈറ്റ് ഉണ്ടെങ്കിൽ the number of people will be m + n - -1. അപ്പോൾ ടോട്ടലിനും 1 മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ 33 ആണ് വരിക. ക്ലിയർ ആണല്ലോ? സോ ലീനിയർ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ എക്സസൈസിലുള്ളതും പ്ലസ് പ്രീവിയസ് ഇയറിലുള്ളതായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ വിൽ മൂവ് ഓൺ ടു സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ്. എക്സസൈസിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ശരിക്കും ഉള്ളൂ, പക്ഷേ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ക്ലിയർ ആണല്ലോ? ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ?
ലൈവിലുള്ള ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അവർ ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൻ്റെ സ്പീഡായിട്ട് എന്താ പറയുക കോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ബട്ട് ഒരു പരിധിയിൽ കൂടി നമ്മൾ വല്ലാതെ സ്പീഡ് പോകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ അധികം സ്ലോയിലും അല്ല, നമ്മൾ റെഗുലർ ബാച്ചിൽ എടുക്കുന്ന പോലെ സാധാരണ ക്ലാസ്സിൽ എടുക്കുന്ന സ്പീഡിലല്ല എടുക്കുന്നത്. കാരണം അങ്ങനെ എടുത്താൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെ നല്ല കാര്യമാണ്. ബട്ട് കുറേ പേര് ഇതിൽ കാണുന്നുണ്ട്, റെക്കോർഡഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട് കുറേ പേര്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ലൈവിലിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ഡിഫറെൻറ്റ് ആൻസറൊക്കെ കിട്ടുന്നുണ്ടെങ്കിലോ ഒക്കെ പറയണം. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തും വരുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. യെസ്, സമീന, ഇബ്രാഹിം, നഹിത, താനിഷ, ആദി. ഓക്കെ, ഇവിടെ മൂവ് ചെയ്യാം. സർക്കുലർ അറേഞ്ച്മെൻറ്റിലേക്ക് പോകാം. ഇപ്പോൾ ലീനിയർ അറേഞ്ച്മെൻറ്റിൽ ഒരു പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്, 10 പോയിൻറ്റിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന അപ്രോച്ചാണ്. അപ്പോൾ ആ അപ്രോച്ചിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഒന്നുകൂടെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. പി നിൽക്കുന്നത് 13th പൊസിഷനിലാണ്. പി 13ാമത്തെ പൊസിഷനിലാണ് പി ഉള്ളത്. പി 13ാമത്തെ പൊസിഷനിലുള്ളത് എവിടുന്ന്? ലെഫ്റ്റ് സൈഡിൽ നിന്ന്. ഓക്കെ, ക്യൂ വരുന്നത് ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. ക്യൂ റൈറ്റ് സൈഡിൽ നിന്ന് 24th. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ 24th പൊസിഷനിലാണ് ക്യൂ ഉള്ളത്. ദിസ് ഇസ് ക്യൂ 24th. പക്ഷെ ഇവർ തമ്മിലൊരു കണക്ഷൻ പറയുന്നുണ്ട്. 24th ഫ്രം റൈറ്റ് ആൻഡ് 3rd ലെഫ്റ്റ് ഫ്രം പി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പി എന്നുള്ള സ്ഥലത്തു നിന്നും 1, 2, 3ാമത്തെ പൊസിഷനിലാണ് ക്യൂ ഉള്ളത്. പി എന്നുള്ള സ്ഥലത്തു നിന്നും 3ാമത്തെ പൊസിഷനിലാണ് ക്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ പീൻ്റെ ടേംസിലേക്ക് ഞാൻ രണ്ടിനെയും കൂടെ മാറ്റുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് റൈറ്റ് സൈഡിൽ നിന്നാണ് 24th ക്യൂ ഉള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് 24th ക്യൂ ഉള്ളത്. അതിനത് തിരിച്ച് നടക്കുകയാണ്. അതിൽ നിന്ന് തിരിച്ച് നടക്കാം. ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ 23 ആയി, രണ്ടാമത്തെ സ്റ്റെപ്പ് 22 ആയി, ഒരു സ്റ്റെപ്പും കൂടെ വെച്ചപ്പോൾ 21 ആയി. ഈ പൊസിഷനിൽ ആരാ ഉള്ളത്? ഈ പൊസിഷനിലാണ് എന്തുള്ളത്? ക്യൂ ഉള്ളത്, പി ഉള്ളത്. ഇപ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ റൈറ്റിൽ നിന്ന് 24th. അവിടെ നിന്ന് ഞാൻ പുറകിലേക്ക് 1, 2, 3 ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വെച്ച് നടന്നു വന്നു. ഇപ്പോൾ ക്യൂവിൻ്റെ സ്ഥലത്തു നിന്ന് ഞാൻ ഓരോരോ സ്റ്റെപ്പ് നടന്നു വന്നു, പീൻ്റെ സ്ഥലത്തെത്തി. ഇപ്പോൾ പീൻ്റെ സ്ഥലത്തെത്തിയ സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് പി മുകളിലുണ്ട്. അപ്പോൾ അത് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്? റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ദാറ്റ് ഇസ് 21st പൊസിഷൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 21st പൊസിഷനും ലെഫ്റ്റ് സൈഡിൽ നിന്ന് 13th പൊസിഷനും ഒരേ ആൾ തന്നെ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, എൻ്റെ വിരൽ റൈറ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 2nd പൊസിഷൻ, ഇവിടെ നോക്കുമ്പോൾ 4th പൊസിഷൻ. ഇതേപോലെ ലെഫ്റ്റ് നോക്കുന്ന ഒരു പൊസിഷൻ, റൈറ്റ് നോക്കുന്ന ഒരു പൊസിഷൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് വിൽ ബി അതിൻ്റെ സം -1. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ്. സർക്കുലർ അറേഞ്ച്മെൻറ്റ് ലീനിയർ അറേഞ്ച് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. ലീനിയർ അറേഞ്ച്മെൻറ്റിൽ ഞാൻ വരയ്ക്കരുത് എന്നാണ് പറഞ്ഞത്. യു ഷുഡ് നോട്ട് സ്റ്റാർട്ട് ബൈ ഡ്രോയിങ് എ ലൈൻ. ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സർക്കുലർ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കാം. രണ്ടും നേരെ ഓപ്പോസിറ്റ് അപ്രോച്ചാണ്. സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ക്വസ്റ്റ്യൻ വന്നാൽ നേരെ സർക്കിൾ വരയ്ക്കാം. ഫസ്റ്റ് തിങ് ഇസ് യു ഡ്രോ സർക്കിൾ. ആദ്യം തന്നെ എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കാം. നേരെ ഓപ്പോസിറ്റാണ്. സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ആൾക്കാരെ എണ്ണം വെച്ച് പറഞ്ഞാൽ പിസ്സ കട്ട് ചെയ്യുന്ന പോലെയാണ്. പിസ്സ എങ്ങനെ കട്ട് ചെയ്യുക? ചെറിയ പിസ്സ കട്ട് ചെയ്യുമ്പോൾ 4 പീസാക്കി തരാം. ചെറിയ പീസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ സ്മോൾ ആൻഡ് മീഡിയം എനിക്ക് തോന്നുന്നു 4 പീസായിട്ടാണ് അവർ കട്ട് ചെയ്യുക. സ്മോൾ പീസ് 4 പീസായിട്ട് കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുള്ളൂ സ്മോൾ പീസ. അതിൻ്റെ വലുത് ലാർജ് പീസ നമ്മൾ ഓർഡർ ചെയ്താൽ അവർ 8 പീസാക്കി തരും. ശ്രദ്ധിച്ച് നോക്കണ്ടേ? ഓക്കെ, ചെറിയ കുഞ്ഞു പീസല്ലേ, അത് 4 പീസായിട്ട് കട്ട് ചെയ്ത് തരാം. ലാർജ് പീസ് ഓർഡർ ചെയ്ത് അവർ 8 പീസാക്കി കട്ട് ചെയ്ത് തരും. ഇങ്ങനെയാണ് പൊതുവെ ചെയ്യാം. അപ്പോൾ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആളെന്താണെന്ന് വെച്ച് കട്ട് ചെയ്യണം. 4 ആളാണെങ്കിൽ ചെറിയ പീസ കട്ട് ചെയ്യുന്നവർ 2 കട്ട്, മുകളിലേക്ക് ഒരു കട്ട്, വേർട്ടിക്കലി ഒരു കട്ട്, ഹൊറിസോണ്ടലി ഒരു കട്ട്, 4 ലൈൻസ് വരും. 8 പേര് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ലാർജ് പീസ് കട്ട് ചെയ്യുന്നവർ മുകളിലേക്ക് ഇങ്ങോട്ട് സെൻറ്ററിലൂടെ അങ്ങോട്ടും 8 പീസ്. ഇത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ട് ചെയ്തോളണം. സർക്കുലർ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 8 പേരെന്ന ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ സർക്കിൾ വരയ്ക്കുക, 8 പൊസിഷൻസ് അവിടെ മാർക്കുക. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. സർക്കുലർ അറേഞ്ച്മെൻറ്റ് 8 പേരുണ്ടോ? ഡൂ ദിസ് ഡയഗ്രാം ആദ്യം വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഈസി ഫോർ എസ് ടു ടേക്ക് ഡയറക്ഷൻസ് ഫേസിങ് നോർത്തിലേക്ക് ഫേസ് ചെയ്ത ആൾക്കാരെ ലെഫ്റ്റും റൈറ്റ് എടുക്കാൻ നമുക്ക് സുഖമായതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ഫോർ മീ. ഞാൻ നോക്കുന്ന സമയത്ത് വേർ ഇസ് മൈ ലെഫ്റ്റ് ഹാൻഡ്?
വേർ ഇസ് മൈ റൈറ്റ് ഹാൻഡ്? ഇവിടെ. അപ്പം ഞാൻ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിരുന്ന കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കണ്ടേ? വെസ്റ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആലോചിക്കണ്ടേ? സൗത്തിലേക്ക് ഇരിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആലോചിക്കണം. പക്ഷേ നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ക്ലിയർ ആണ്. നോർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഇരിക്കുന്ന ഡയറക്ഷൻ, അതാണ് നോർത്ത്. അപ്പോൾ അവിടുന്ന് നമ്മളെപ്പോഴും ആരെ കിട്ടിയാലും അവർ ആദ്യം നോർത്തിലേക്ക് ഇരുത്തും. ആദ്യം നോർത്തിലേക്ക് ആളെ പിടിച്ചിരുത്തും. ഈ നോർത്തിലേക്കുള്ള പൊസിഷൻ ആദ്യം ഫില്ല് ചെയ്യും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ വരയ്ക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് പ്രൊജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ലീനിയർ പ്രൊജക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എടുത്തില്ലേ, ABC എന്ന് പറയുന്ന സമയത്ത് എടുത്തില്ലേ, ABC, CBA ഇങ്ങനെ എടുത്ത പോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ രണ്ടാമതൊരു പ്രൊജക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ നിൽക്കരുത്. ഡോണ്ട് തിങ്ക്. എക്സാം ഹോളിൽ ഇരുന്ന് ആലോചിക്കാനുള്ള സമയം ഈ റീസണിങ്ങിൽ നല്ല ഇവിടെ ഇല്ല കേട്ടോ. മാത്സ് ആയിക്കോട്ടെ, സ്റ്റാറ്റ്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ദർ ഇസ് നോ ടൈം ടു തിങ്ക്. ക്വസ്റ്റ്യൻ ഒരിക്കലും ആലോചിച്ച് ചെയ്യരുത്. ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ റൗണ്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഡോണ്ട് തിങ്ക്. എക്സാം ഹോൾ ഒരിക്കലും ഇന്ന് ചിന്തിക്കരുത്. ചിന്തിച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നത് നിങ്ങൾ അറിയൂല. ഡോണ്ട് തിങ്ക്. ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നല്ല ഒരു ക്വസ്റ്റ്യൻ ചിന്തിക്കരുത്. ഇപ്പോൾ ഒരു ഡയറക്ഷൻ സെൻസിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഒരു പ്രൊജക്ഷൻസ് കൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങോട്ടാക്കി ചിന്തിച്ച് കളിക്കാൻ നിൽക്കേണ്ട. ഡ്രോ ദ നെക്സ്റ്റ് സർക്കിൾ, നേരെ അടുത്ത സർക്കിൾ വരയ്ക്കാം. ഇനി ലെഫ്റ്റ് റൈറ്റും മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. നോർത്തിലേക്ക് പോകുന്ന ലെഫ്റ്റ് റൈറ്റ് അല്ല, സൗത്തിലേക്ക് ഇരിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് മാറും. പിന്നെ ഞാൻ പറഞ്ഞ 2 സർക്കിൾ വരയ്ക്കണം, ഒരെണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും. ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ ക്ലിയർ ആയിട്ട് വരും. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് തുടങ്ങാം. 8 ഫ്രണ്ട്സ്. ക്വസ്റ്റ്യൻ തുടങ്ങുന്നതന്നെ 8 ഫ്രണ്ട്സ്. എന്താ ഒന്നും ആലോചിക്കേണ്ട, 8 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സർക്കിൾ വരയ്ക്കാം. എത്ര സമയം വേണം സർക്കിൾ വരയ്ക്കാൻ? 2 സെക്കൻഡ്, 3 സെക്കൻഡ്, ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ സമയം എടുക്കും ഇല്ല. സർക്കിൾ വരയ്ക്കാം, 8 ലൈൻസ് വരയ്ക്കാം. 8 ഫ്രണ്ട്സ്, 8 പേരുണ്ട് എന്നുള്ളത് ഞാനോട് ജസ്റ്റ് മാർക്ക് ചെയ്ത്. 8 ഫ്രണ്ട്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 8 ഫ്രണ്ട്സ് ആ സീറ്റിംഗ് ഇൻ എ സർക്കിൾ ഫേസിങ് ദ സെൻറ്റർ. നമ്മളെ ഭാഗ്യത്തിന് ഇതുവരെ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സർക്കിൾ ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. അത് വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും ഉള്ളത്. കാരണം സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ സെൻറ്ററിലേക്ക് എടുക്കുന്ന സാധനം ഡയറക്ഷൻ ഇരിക്കുന്ന സമയത്ത് എടുക്കുന്ന രീതി, നമ്മൾ എടുക്കുന്ന സമയത്ത് സെൻറ്ററിലേക്കാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ, നോർത്തിലേക്ക് ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ, ലെഫ്റ്റ് സൈഡ് ഇവിടെ. സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് പൊതുവേ ഇതുവരെ വന്നിട്ടുള്ളത് സർക്കിൾ ഫേസിങ് ദ സെൻറ്ററാണ്. അത് വരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. മറ്റേത് ഇറ്റ്സ് എ ഡിഫറൻറ്റ് സ്കോപ്പാണ്, വേറെ തന്നെ സ്കോപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കുന്ന കേസൊക്കെ നമുക്ക് വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്കെപ്പോഴും ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്ററാണ് വരാം. അതങ്ങനെ തന്നെ എടുത്ത് ചെയ്ത് ശീലിക്കാം. ഓക്കെ. ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ എങ്ങാനും ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ ബാക്കി അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് മാത്രം അതിലേക്ക് പോവാം. ഫേസിങ് എവേ ഫ്രം ദ സെൻറ്റർ ട്രൈ ചെയ്യാൻ നിൽക്കരുത്. അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ചിലപ്പോൾ കോമ്പിനേഷൻസ് ഒക്കെ വരും. കുറച്ച് ആൾക്കാർ ഉള്ളിലേക്ക്, കുറച്ച് ആൾക്കാർ പുറത്തേക്ക്. ഇതൊക്കെ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസും ചോദിക്കുന്ന സാധനമാണ്. നമ്മൾ എന്ത് ചെയ്താൽ ഫേസിങ് ടുവേർഡ്സ് സെൻറ്ററാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബേസ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാം. എവേ ഫ്രം ദ സെൻറ്റർ എങ്ങാനും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ പോയി റൗണ്ട് ചെയ്ത് വെക്കുക. ട്രൈ ഇറ്റ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ട്രൈ ചെയ്തെന്ന് ഞാൻ പറയുന്നത്. തേർഡ് റൗണ്ട് സമയമുണ്ട് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ ചെയ്യുന്ന കേസ് ഇറ്റ് ഈസ് ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഇപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. I, J, K, L, M are sitting in a circle facing the center. J is sitting between O and L. J is sitting between O and L. 2 പ്രൊജക്ഷൻസ് വരും. അപ്പോൾ തന്നെ ഞാൻ അടുത്ത് വരച്ചു. J is sitting between O and L. J is sitting between O and L. രണ്ടാമത്തെ പ്രൊജക്ഷൻ ആലോചിക്കേണ്ട. J is sitting between O and L. രണ്ടാമത്തെ പ്രൊജക്ഷൻ എന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ജെയിനെ അവിടെ വരച്ചത്? ബിക്കോസ് ഫേസിങ് നോർത്താണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നോർത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ ആദ്യം എടുത്തു. അങ്ങനെ വരച്ചു തുടങ്ങാം. രണ്ടാമത്തെ ഒരു പ്രൊജക്ഷൻ പോസിബിൾ ആണ്. സോ ഐ ഡ്രോ ഇമീഡിയറ്റ്ലി. ഞാൻ അടുത്ത സർക്കിൾ വരച്ചു. P is third to the left of J. ജെയിൻ്റെ ലെഫ്റ്റ് എടുക്കാൻ സുഖമല്ല. 1, 2, 3 P. ജെയിൻ്റെ ലെഫ്റ്റ് 1, 2, 3 P. കൗണ്ട് ചെയ്യാം. 1, 2, മൂന്നാമത്തെ പൊസിഷൻ P എടുത്തു. P is third to the left of J. 1, 2, 3 കൗണ്ട് ചെയ്ത് ഞാൻ P എടുത്തു. And second to the right of I. And second എന്നാണ് and or but refers to first person. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആരാ? P. അപ്പോൾ ആൻഡിൻ്റെ സ്ഥലത്ത് ആരാ ഉള്ളത്? P ആണ് കേട്ടോ. ആൻഡിൻ്റെ സ്ഥലത്ത് ആരാ വരിക? P ആണ് എന്ത്? സെക്കൻഡ് റൈറ്റ് ഓഫ് I. P സെക്കൻഡ് റൈറ്റ് ഓഫ് I. ഞാൻ പറഞ്ഞു റിലേറ്റീവ് പൊസിഷൻ എടുക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. റിലേറ്റീവ് പൊസിഷൻ എടുക്കണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. P സെക്കൻഡ് റൈറ്റ് ഓഫ് I ആണെങ്കിൽ Pൻ്റെ ലെഫ്റ്റിലായിട്ട് ആര് വരും? P റൈറ്റ് ഓഫ് I ആണെങ്കിൽ റിലേറ്റീവ് പൊസിഷൻ നേരത്തെ മുതൽ ഞാൻ പറയില്ലേ, ബോട്ടിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ്, സോ ഐ എം ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോട്ടിൽ. ഇപ്പോൾ ബോട്ടിലിലെ ലെഫ്റ്റ് റൈറ്റ് എടുത്ത പോലെ തന്നെ P ഈസ് സെക്കൻഡ് റൈറ്റ് ഓഫ് I ആണെങ്കിൽ I ഈസ് ലെഫ്റ്റ് ഓഫ് P. Pൻ്റെ ലെഫ്റ്റ് സൈഡ് സർക്കിളാണ്. P ഇങ്ങനെയാണ് നിൽക്കുന്നത്.
പീൻ്റെ ലെഫ്റ്റ് സൈഡ് എവിടെയാണ്? പീൻ്റെ ലെഫ്റ്റ് സൈഡ് എവിടെയാണ്? പീൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ, ലെഫ്റ്റ് സൈഡ് ഇവിടെ. അപ്പോൾ പീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആര് വന്നു? ഐ വന്നു. പീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഐ വന്നു. അത് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ക്ലിയർ ആയിട്ട് എടുക്കണം. സർക്കിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് മാറുന്നത് കെയർ ചെയ്യണം. കെ സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. കെ സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ. കെ എവിടെ ഇരിക്കണം? ഐൻ്റെയും ഓൻ്റെയും ഇടയിലിരിക്കണം. ബിറ്റ്വീൻ ഇവിടെ പോസിബിളാണ്. ഇവിടെ പോസിബിളാണോ? ഞാൻ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ബോഡിനോട് ചേർന്നിരിക്കുന്ന അറേഞ്ച്മെൻറ്റിൽ കെ എവിടെ എടുക്കാൻ പറ്റുമോ? നോട്ട് പോസിബിൾ. സോ ദിസ് വിൽ ക്യാൻസൽ ഔട്ട്. ഇത് ക്യാൻസലായി. ഇതാണ് പറഞ്ഞത്. സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ വരച്ച് തുടങ്ങാം, ഒന്ന് ഓട്ടോമാറ്റിക് ക്യാൻസലാവും. ഇപ്പോൾ കെ സിറ്റിംഗ് ബിറ്റ്വീൻ ഐ ആൻഡ് ഒ നമ്മളെടുത്തു, മറ്റേത് ഓട്ടോമാറ്റിക് ക്യാൻസലായി. ജെ ആൻഡ് എം ആർ നോട്ട് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടീച്ചർ. ജെൻ്റെ ഓപ്പോസിറ്റ് എം വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിന് പിന്നെ ഇരിക്കാൻ ആകെ ഒരു സ്ഥലമുള്ളൂ, എം ഇവിടെ ഇരിക്കും. ഇനി ഇവിടെ ബാക്കിയുള്ള അക്ഷരം ഏതാളുള്ളത്? എൻ മാത്രമേ ബാക്കിയുള്ളൂ, എൻ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യൂ. ജെ നോട്ട് ഓപ്പോസിറ്റ് ടു എമ്മിൻ്റെ, ജെ എന്നുള്ളത് എം എന്നുള്ള ജെൻ്റെ ഓപ്പോസിറ്റ് വരില്ല എന്ന് പറഞ്ഞാൽ അവിടെ എം എടുക്കാൻ പറ്റില്ല. എമ്മിന് ഇപ്പോൾ ആക്കി ഒരു സ്ഥലമുണ്ട്, അപ്പുറത്തേക്ക് കൊടുക്കാം, അവിടെ എൻ കൊടുക്കാം. ഇനി ചോദ്യം ആൻസർ ചെയ്യാം. കെ സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എൽ അല്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. ഐ സിറ്റിംഗ് ബിറ്റ്വീൻ കെ ആൻഡ് എൻ. ശരി. എൽ ആൻഡ് ഐ ആർ ഓപ്പോസിറ്റ്, അതും ശരി. എം സിറ്റിംഗ് ബിറ്റ്വീൻ എൻ ആൻഡ് എൽ. എം ഇരിക്കുന്നത് എൻ ആൻഡ് എല്ലിൻ്റെ ഇടയിലല്ല. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ചോദ്യം ഇതാണ്, വിച്ച് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സംഭവം ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കുക. സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ വിൽ ബി സ്റ്റാർട്ടിങ് ബൈ ഡ്രോയിങ് എ സർക്കിൾ. 8 പേരാണെങ്കിൽ ലാർജ് പീസ് കട്ട് ചെയ്യുന്ന പോലെ 4 കട്ട് അങ്ങോട്ട് കൊടുക്കുക. അത് തുടങ്ങുക. അവിടുന്ന് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. ഒന്നിൽ കൂടുതൽ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്ത സർക്കിൾ വരയ്ക്കാം. ഒരു 2-3 സെക്കൻഡ് ആകെ എടുക്കുള്ളൂ സർക്കിൾ 4 വര വരയ്ക്കാൻ. അത് ചെയ്യാതെ വെറുതെ ആ സാധനം വെച്ചിട്ട് മറ്റേ എന്തോന്ന് പറയലുണ്ട്, അതുപോലെ ചെയ്യരുത്. ഇട്ട് വെറുതെ അതിൻ്റെ മുകളിൽ കിടന്ന് കളിക്കരുത്. യു ജസ്റ്റ് വേസ്റ്റ് ടൈം. സമയം വെറുതെ നഷ്ടപ്പെടും. അപ്പോൾ തന്നെ അടുത്ത സർക്കിൾ വരയ്ക്കാം. ബാക്കി പ്രൊജക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് പോയിന്റ് പ്ലേസ് ചെയ്യാം. ഒരു കാര്യം എപ്പോഴും കെയർ ചെയ്യണം, ലെഫ്റ്റും റൈറ്റും പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സർക്കിൾ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന വരയ്ക്കുന്നത്. ബാക്കി ലെഫ്റ്റും റൈറ്റും പൊസിഷൻ മാറുന്നതനുസരിച്ച് ലെഫ്റ്റും റൈറ്റും മാറി മാറി വരും. പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേറ്റീവ് പൊസിഷൻ എടുക്കുന്നത് ശീലമാക്കുക. ഒരാൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റാൾ റൈറ്റ് ആവും എന്ന രീതിയിൽ ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഒന്ന് ക്യാൻസലാവും, ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ക്യാൻസലാവും. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുന്നത്. ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റെസ്പോൺസസ്. കുറേ പേര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്തത് 4 ladies 4 gentlemen. എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ദ സെയിം തിങ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 4 ladies 4 gentlemen are sitting in a circle around a table facing each other. ഇപ്പോൾ ഫേസിങ് ടുവേർഡ്സ് സെൻറ്റർ എന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവരെ ലേഡീസും ജെൻറ്റിൽമെനും ആർ സിറ്റിംഗ്. നോ 2 ladies or gentlemen are sitting side by side. ജെൻസ് അടുത്ത് വരാൻ പാടില്ല, ലേഡീസ് അടുത്ത് വരാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 ladies 4 gentlemen 8 ആൾക്കാരുണ്ട്, മനസ്സിലായി. സർക്കിൾ വരയ്ക്കുന്നു, 8 ലൈൻ സർക്കിൾ വരയ്ക്കുന്നു, 4 കട്ട്സ് കൊടുക്കുന്നു. ഓക്കെ, 4 ladies 4 gentlemen. അപ്പോൾ അവിടെ ലേഡീസ് ആയിട്ടുള്ള ആളുകളെ ഞാൻ സർക്കിളിലാക്കി എടുക്കാം. ഞാൻ അങ്ങനെയാണ് ബ്ലഡ് റിലേഷൻസ് ഞാൻ എടുക്കാം. ലേഡീസിനൊക്കെ സർക്കിളിലും ജെൻസിനൊക്കെ ബോക്സിലായിട്ടാണ് ഞാൻ എടുക്കുക. ലേഡീസിന് സർക്കിളും ജെൻസിന് ബോക്സ്. ഇത് പാർച്ച എന്താ പറയുക, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും പറഞ്ഞേക്കരുത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ബ്ലഡ് റിലേഷൻസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ലേഡീസ് സർക്കിളും ജെൻസ് ബോക്സിലും. ഓക്കെ, ആ രീതിയിലാണ് ചെയ്യുന്നത്. ആ രീതിയിലൂടെ എഴുതി വെക്കുകയാണ്. ഓക്കെ, ഇനി സി ഹൂ സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി തുടങ്ങിയല്ലോ. സി സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? രണ്ടാമത്തെ പ്രൊജക്ഷൻ പോസിബിളാണ്. അതുകൂടെ ഞാൻ സ്പോട്ടിൽ തന്നെ എടുത്തു. സി ബിറ്റ്വീൻ ജി ആൻഡ് ഡി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നമുക്ക് എടുക്കാം? ഇ ജി എന്ന് എടുക്കാം. പക്ഷെ വരയ്ക്കുന്ന കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ജെൻസ് ലേഡീസിൻ്റെയും ജെൻഡർ കാണിക്കണം. സി ലേഡീസാണ്, ഇത് ജെൻസാണ്. ഇപ്പോൾ ജെൻസിന് എന്ത് ചെയ്യണം? ബോക്സിലാക്കണം, ലേഡീസിനെ സർക്കിളിലാക്കണം. കാരണം അവരടുത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, അത് നമ്മളെടുത്തു. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഫേസിങ് ജി. അപ്പോൾ എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഫേസിങ് ജി. അപ്പോൾ ജീൻ്റെ ഓപ്പോസിറ്റ് എഫ് വന്നു. എഫ് എന്താണ്? മെയിലാണ്. ജീൻ്റെ ഓപ്പോസിറ്റ് എഫ് വന്നു. എഫ് മെയിലാണ്. ഞാൻ ഓരോന്നോരോന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ഇനി എഫ് ഫേസിങ് ജി ആദ്യം വരച്ചു. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് അപ്പോൾ നമ്മളിവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ എടുത്തു പോവാണ്. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഞാൻ എടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യാണ്. കാരണം എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് ജെൻസ് അടുത്ത് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഡി ഇവിടെ എടുത്തു, എ ഇവിടെ എടുത്തു. ഓക്കെ, എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് എഗെയിൻ ഇവിടെ ചിലപ്പം
നമുക്കൊരു അറേഞ്ച്മെൻറ്റ് കൂടെ പോസിബിൾ ആകുന്നുണ്ട്. ബട്ട് ഐ വിൽ ജസ്റ്റ് ഗോ അഹെഡ് വിത്ത് ദിസ്. ഇങ്ങനെ ചെയ്ത് പോവാണ്. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഫേസിങ് ജി. ഇപ്പോൾ എനെ ഇവിടെ തന്നെ എടുക്കുകയാണ്, ഡിനെ ഇവിടെ എടുക്കുന്നു. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഫേസിങ് ജി എന്നെടുത്തു. എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി, എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി, എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. എച്ച് എന്നുള്ളത് ബീൻ്റെ റൈറ്റ് സൈഡിൽ വരണം. എച്ച് എന്നുള്ളത് ബീൻ്റെ റൈറ്റ് സൈഡിൽ വരണം. ഇനി ഇവിടെ 2 പൊസിഷൻസ് ബാക്കിയുണ്ട്. ഈ 2 പൊസിഷൻസ് ബാക്കി വരുന്ന സമയത്ത് എച്ച് എവിടെ വരണം? എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. ബീൻ്റെ റൈറ്റ് സൈഡിൽ ആര് വരണം? എച്ച് വരണം. അപ്പോൾ ബീൻ്റെ റൈറ്റ് സൈഡിൽ എച്ച് വരണം. അപ്പോൾ ഞാൻ 2 രീതിയിലെടുക്കാം. ഞാനിവിടെ ഞാൻ ചേർന്ന മുകളിൽ അങ്ങോട്ട് കൂടെ തിരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പൊസിഷൻസ് ക്ലിയർ ചെയ്യാണ്. ഒരു രീതി എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി എന്നെടുക്കുന്ന സമയത്ത് ബീനെ ഞാനിവിടെ എടുത്താൽ എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനാണ് ബി, ബി. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ റൈറ്റ് സൈഡ്. കാണുന്നുണ്ടെന്നായിരിക്കും എൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ആര് വരുന്നു? എൻ്റെ റൈറ്റ് സൈഡിൽ എച്ച് വരുന്നു. ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാവരും മെയിൽ ആൻഡ് ഫീമെയിൽ ആരും മിക്സ് ആയിട്ടില്ല, എല്ലാവരും ഗ്യാപ്പ് ഇട്ടാണ് ഇരിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഇപ്പുറത്തെ അറേഞ്ച്മെൻറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പുറത്തെ അറേഞ്ച്മെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന സമയത്ത് എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി എടുക്കുന്ന സമയത്ത് എച്ച് ഇവിടെയാണ് വരിക, ബി ഇവിടെയാണ് വരിക. നിങ്ങൾ നോക്കിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് ഇയാൾ റൈറ്റ് സൈഡ് ഇവിടെയും ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ റൈറ്റ് സൈഡിൽ എച്ച് വരണമെങ്കിൽ എച്ചും ജിയും എന്താണ് 2 മെയിൽ അടുത്ത് വരും. 2 മെയിൽ അടുത്ത് വന്ന എന്താ സംഭവം? എടുക്കാൻ പാടില്ല. കാരണം എന്താ? നോ ടു ലേഡീസ് ഓർ ജെന്റിൽമാൻ സിറ്റിംഗ് സൈഡ് ബൈ സൈഡ്, സോ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ 2 സർക്കിൾ വരയ്ക്കാം, കണ്ടീഷൻസ് പ്ലേസ് ചെയ്യാം. കുറച്ച് ഇത് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് C who is sitting between G and D. ഒന്നുകൂടെ ചെയ്യണത്. ഇവിടെ ആരൊക്കെ ഡൗട്ട് ചോദിക്കേണ്ടത്? സോ ഐ ഡു ഇറ്റ് അഗൈൻ. ഒന്നുകൂടെ ചെയ്യാം. I'll just do it again. ഒന്നുകൂടെ ചെയ്യാം. എ ബി സി ഡി, ലേഡീസ്, ജെന്റിൽമെൻ, ഇ എഫ് ജി എച്ച്. ലേഡീസ് 4 പേര്, ജെന്റിൽമെൻ 4 പേര്. നോ ടു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ സിറ്റിംഗ് സൈഡ് ബൈ സൈഡ്. ഇതാണ് ഫൈനലി അൾട്ടിമേറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. ഇവർ അടുത്ത് വരാൻ പാടില്ല, ലേഡീസോ ജെന്റിൽമെൻ അടുത്ത് വരാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ അവസാനം വെരിഫൈ ചെയ്യാം. ഓക്കെ, അടുത്ത് വരാൻ പാടില്ല എന്നുള്ളത്. ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി ഫേസിങ് ഡി. 4 സർക്കിൾ വരച്ചു, 4 പൊസിഷൻസ് മാർക്ക് ചെയ്തു. സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. സി ബിറ്റ്വീൻ ജി ആൻഡ് ഡി. സി ഫീമെയിൽ, ഇത് മെയിൽ. സി ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി ഫേസിങ് ഡി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ നേരത്തെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയാണ് ഞാൻ ഒന്ന് മാറ്റി ചെയ്യുന്നുണ്ട്. സി സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഫേസിംഗ് ഡി. ഡി നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഓക്കെ, എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് ആൻഡ് ഫേസിംഗ് ജി. ജീൻ്റെ ഓപ്പോസിറ്റ് ആണ് എഫ് ഉള്ളത്. എഫ് എന്നുള്ളത് ഫീമെയിലാണ്, അത് ഇങ്ങനെ ഇട്ടു. എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. അപ്പോൾ എ ഇവിടെ വരും. ആൻഡ് ഫേസിംഗ് ജി. എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഫേസിംഗ് ജി. ഇനി എച്ച് ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. ഇവിടെ നമുക്ക് ഇതുവരെ വേറെ അറേഞ്ച്മെൻറ്റിൽ രണ്ടാമത്തെ ഒരു അറേഞ്ച്മെൻറ്റ് പോസിബിലിറ്റി ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. നമ്മളെടുത്തത് സി ഈസ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി ഫേസിംഗ് ഡി എന്നെടുത്തു. ഐ ഹവ് ടേക്കൺ വൺ കണ്ടീഷൻ. എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ ഫേസിംഗ് ജി. എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ ഫേസിംഗ് ജി. അപ്പോൾ എഫ് ഫേസിംഗ് ഡി ആയിരിക്കണം. എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ ഫേസിംഗ് ജി. അപ്പോൾ എഫിൻ്റെ കേസിൽ എഫ് ഈസ് ഫേസിംഗ് ജി എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എഫിൻ്റെ ജീൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എഫ് വരച്ചു. ബട്ട് എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഐ ഹാവ് ടു കൺസിഡർ ദ അതർ പോസിബിലിറ്റി. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് സീൻ്റെ ഓപ്പോസിറ്റ് ഡി ഇത് ഫിക്സ്ഡ് ആണ്. അതൊക്കെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യമാണ്. ജീൻ്റെ ബേസിൽ ഇവിടെ എഫും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഇൻ്റെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ ഇവിടെ എഫ് ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് രണ്ടാമത് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ. അപ്പോൾ എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എന്നാണ് ഇവിടെ ഒരു കേസ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. സോ എഫ് വിൽ ബി കമ്മിങ് ഹിയർ. എഫ് ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എ, എഫ് വിൽ ബി കമ്മിങ് ഹിയർ, എ ഇസ് ടേക്കൺ ഹിയർ. ഓക്കെ, അത് എടുത്തിട്ടുണ്ട്. ഫേസിങ് ജി. ഇനി ഹൂ ഇസ് ടു ദ എച്ച് ഇസ് ടു ദ റൈറ്റ് ഓഫ് ബി. എച്ച് ഇസ് ടു ദ റൈറ്റ് ഓഫ് ബി. ഹൂ ഇസ് നെയ്ബർ ഓഫ് ബി. എച്ച് ഇസ് ടു ദ റൈറ്റ് ഓഫ് ബി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ ഇവിടെ എടുക്കുന്ന സമയത്ത് ദിസ് വിൽ ബി എ റോങ് അറേഞ്ച്മെന്റ്. എച്ച് ഈസ് ടു ദ എച്ച് ഈസ് റൈറ്റ് ഓഫ് ദിസ് വിൽ ബി ദ റോങ് അറേഞ്ച്മെന്റ്. ഞാൻ നേരത്തെ ചെയ്തതിൽ എന്താ കറക്റ്റ് ആയിരുന്നില്ല. അതിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടാണ് ഐ ഹവ് ഡൺ ഇറ്റ് അഗെയിൻ. അത് അറേഞ്ച്മെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്ത് കറക്റ്റ് ആയിരുന്നല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത അറേഞ്ച്മെൻറ്റ് ജിൻഷ ഡൗട്ട് ചോദിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്തത്. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത അറേഞ്ച്മെൻറ്റ് ആക്ച്വലി കറക്റ്റ് ആയിരുന്നില്ലേ? No two ladies and gentlemen sitting side by side. C is sitting between G and D facing D. F is between D and A. F is between D and A and facing G. H is the immediate right of B. Who is immediate neighbor of B? നേരത്തെ നമ്മൾ ചെയ്ത അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആയിരുന്നില്ലേ? Let me just do it once more. 4 ladies, 4 gentlemen are sitting in a circle facing the center. No two ladies are sitting by side by side. F side. C is sitting between G and D facing D. C is sitting between G and D. C is sitting between G and D. G and D. രണ്ട് അറേഞ്ച്മെൻറ്റ് എടുക്കണം. അപ്പോൾ രണ്ട് അറേഞ്ച്മെൻറ്റ് എടുത്ത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് തുടങ്ങാം. ഡു ഇറ്റ് അഗൈൻ. ഒന്നുകൂടെ ചെയ്യാം. ഇത് റോങ് അറേഞ്ച്മെൻ്റ് ആണ് കിട്ടുന്നത്. ഡു ഇറ്റ് അഗൈൻ. നേരത്തെ ചെയ്തതിൽ നിന്ന് കറക്റ്റ് ആൻസർ. ഒന്നുകൂടെ ചെയ്യാം. നോ പ്രോബ്ലം. C is sitting between G and D. C is sitting between G and D. ഇപ്പോൾ രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് ഞാൻ എടുക്കുകയാണ് ഇവിടെ. ടേക്ക് വൺ മോർ അറേഞ്ച്മെൻറ്റ്. C is sitting between G and D. കാരണം രണ്ട് അറേഞ്ച്മെൻറ്റ്സ് എടുക്കണം. ഇവിടെ G and D ഇപ്പുറത്തും വരെ ഇങ്ങോട്ട് മാറിയിരിക്കാം. സോ E and G. അതിൽ മെയിൽ ആയതിന് ഞാൻ ബോക്സിലാക്കി. E മെയിൽ, G മെയിൽ, C ഫീമെയിൽ, G മെയിൽ, E മെയിൽ, C ഫീമെയിൽ. ഇതെടുത്തു. C is between G and B facing D. അപ്പോൾ C is facing D. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത് എടുത്തിരുന്ന എന്നുള്ളതാണ് നേരത്തെ നമ്മൾ മിസ് ചെയ്ത പോയിന്റ്. റൈറ്റ് ജിൻഷ? ഓക്കെ, അതെടുക്കാം. ഫേസിങ് D. സോ D is taken here. D is taken here. C is between G and D facing D. ഓക്കെ, ഇതെടുത്തു. ഇനി ബാക്കി കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു. C is between G and D facing D എടുത്തു. F is between D and A. F is between D and A facing G. F is facing G. ഇപ്പോൾ F is facing G. F ഇവിടെ വരണം. F എന്നുള്ളത് മെയിലാണ്. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഹിയർ. F is facing G. It is taken here. F is facing G. It is taken here. F is between. ഇനി F is between D and A എന്ന് പറഞ്ഞാൽ F is between D and A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസിൽ A ഇവിടെ വരണം. F is between D and A should be coming here. ഇവിടെ ഈ കേസിൽ എങ്ങനെ വരണം? A will be coming here. F is between D and A. അപ്പോൾ രണ്ട് കേസിലും നമ്മൾ അതിനനുസരിച്ച് പോയിന്റ്സ് ഓരോന്ന് ഓരോന്ന് ഫില്ല് ചെയ്ത് പോകുന്നു. F is between D and A എന്നെടുത്തു. ഇറ്റ് ഇസ് ഫേസിങ് G. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? H is to the right of B. H is to the right of B. H is to the right of B. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് H റൈറ്റ് ഓഫ് B വരണമെങ്കിൽ B ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ H എവിടെ വരും? H will be coming here to the right of B. ബീൻ്റെ എങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡ്, ബീൻ്റെ റൈറ്റ് സൈഡ് ഇതാണ് B. ബീൻ്റെ റൈറ്റ് സൈഡിലാണുള്ളത് എന്താ H ഇടുന്നത്. ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇപ്പുറത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ H is to the right of B. ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന സംബന്ധിച്ചോളം H ഇവിടെ വരണം. B എവിടെ വരിക? ഇവിടാണ് വരിക. H is to the റൈറ്റ് ഓഫ് ബി. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് അറേഞ്ച്മെൻറ്റ് വരിക. H is to the right of B. പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞ ഇതെന്നാണെന്ന് തോന്നുന്നു നേരത്തെ എഴുതിയ സൊല്യൂഷൻ. പക്ഷേ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് ഇത് രണ്ട് മെയിൽ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? ഇതെടുക്കാൻ പറ്റില്ല. സോ ദ വാട്ട് ഇസ് ഓൺ ദ അതർ സൈഡ് ഈസ് എ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. കാരണം അവിടെ മെയിൽ ഫീമെയിൽ എല്ലാം സ്പേസ്ഡ് ആണ്. ഇപ്പോൾ ചോദ്യതാണ് H is right of B. Who is immediate neighbor of B? ബീൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാന്നാണ് ചോദിച്ചത്. ബീൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറിൽ ആരൊക്കെ വരുന്നത്? ജിയും എച്ചും. ഓക്കെ, ഒരാൾ ഡൗട്ട് ചോദിച്ചു. ഞാനത് വീണ്ടും ഒന്ന് രണ്ട് തവണ ചെയ്തു. ബട്ട് ഐ തിങ്ക് ഐ മിസ് ദിസ് പോയിന്റ്. ബട്ട് അത് സൊല്യൂഷനിൽ തന്നെ ആയിരുന്നു ഒന്ന് വന്നിട്ടുള്ളത്. ലൈവ് സ്റ്റക്ക് ആവുന്നുണ്ടെന്നോ? അതെന്താ പ്രശ്നം അറിയില്ല, ഞാൻ നോക്കാം. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ?
ഇപ്പോൾ ഓക്കെ ആണോ? ഇന്നലെ നമ്മളെ ഐപാഡ് ലാസ്റ്റ് രാത്രി പണി മുടക്കിയ പോലെയാണോ? വെസ്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ. അപ്പോൾ നിങ്ങൾ വെറുതെ പറയാണോ സ്റ്റക്ക് ആവുന്നുണ്ടെന്നൊക്കെ? ഇത് നമ്മൾ ഇന്നലെ ഷെയർ ചെയ്ത പോലെ ഞാൻ ഈ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടാണ് ഇന്നലെ രാത്രി പോയത്. അവർ ഈ പറയുന്ന നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഒരു ലിങ്ക് ഇവിടെ കാണുന്നില്ലേ? ഇന്നലെ നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് മുകളിൽ കാണാമല്ലോ, ഈ ചാറ്റിന് മുകളിൽ തന്നെ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ അവർ ഷെയർ ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് പോയത്. ലൈവിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാൽ പോരെ അല്ലേ? 12 ആയിട്ടല്ലേ ഉള്ളൂ. ലൈവ് ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആണല്ലോ ലൈവ്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 ഫ്രണ്ട്സ്. അപ്പോൾ നേരത്തെ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. 8 ഫ്രണ്ട്സ് പിസ്സ വരയ്ക്കുന്നു, കട്ട് ചെയ്യുന്നു. 8 friends are sitting in a first sitting there, not necessarily in the same order. D sits third to the left of A. A നെ വരച്ചു, ലെഫ്റ്റിൽ 1 2 3 D വരച്ചു. D sits third to the left of A. E sits immediate right of A. ഇമ്മീഡിയറ്റ് റൈറ്റ് തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ E വന്നു, അത് കൊടുത്തു. B is third to the left of D. ലെഫ്റ്റ് റൈറ്റ് എടുക്കുമ്പോൾ ഒന്ന് കെയർ ചെയ്യണം. ഇവിടെ ഡീൻ്റെ ലെഫ്റ്റിൽ എന്താ ഉള്ളത്? ബി ഉണ്ട്. എത്രാമത്തെ? 1 2 3ാമത്തെ പൊസിഷനിൽ. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എടുക്കാൻ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഇവിടെ വരച്ചു വെക്കാം. ഇവിടെ ഡി എന്നുള്ള ആൾ ഇരിക്കുമ്പോൾ സമയത്ത് അയാളുടെ റൈറ്റ് സൈഡ് ഇവിടെയും ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ് എന്നുള്ളത് ക്ലിയർ ആക്കി വെച്ചിട്ട് എടുത്താൽ മതി. ബി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ ബി വന്നു. ബി സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ജി സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി. ബീൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് വേണം മാർക്ക് ചെയ്ത് വെച്ചോ. ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ബീൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു സർക്കുലർ അറേഞ്ച്മെന്റ് ഓരോ സ്ഥലത്തും ലെഫ്റ്റ് റൈറ്റ് മാറും. അപ്പോൾ ബീൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവിടെ, ലെഫ്റ്റ് ഇവിടെ, റൈറ്റ് ഇവിടെയാണ്. അപ്പോൾ ആരെ ഇരിക്കുന്നത്? ജി സെക്കൻഡ് റൈറ്റ് ഓഫ് ബി. ഫസ്റ്റ് സെക്കൻഡിൽ ജി വരുന്നു. ജി സെക്കൻഡ് റൈറ്റ് ഓഫ് ബി എടുത്തു. ജി സെക്കൻഡ് റൈറ്റ് ഓഫ് ബി. സി ഈസ് നെയ്ബർ ഓഫ് ബി. ഇപ്പോൾ ഇവിടെ ആകെ ഒരു സ്ഥലം ഒഴിവുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ സീനെ പ്ലേസ് ചെയ്തു. സി ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് 1 2 3 ഇവിടെ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പൊസിഷനിലാണ് എച്ച് വരിക. എച്ചിൻ്റെ ലെഫ്റ്റിൽ സി ഉണ്ടെങ്കിൽ സീൻ്റെ റൈറ്റിൽ എച്ച് വരും. എച്ചിൻ്റെ ലെഫ്റ്റിൽ സി ഉണ്ടെങ്കിൽ സീൻ്റെ റൈറ്റിൽ എച്ച് വരും. അപ്പോൾ അതെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി ആരാ ബാക്കിയുള്ളത്? ABCDEF മാത്രമല്ല ബാക്കിയുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം പ്ലേസ് ചെയ്തില്ലേ? ABCDEF മാത്രമേ ഇവിടെ പ്ലേസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതും കൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുമായി. എത്ര പേരാണുള്ളത്? 8 ഫ്രണ്ട്സ്. എല്ലാവരും ആയില്ല? എല്ലാവരും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഇതിൻ്റെ ബേസ് ചെയ്ത് ഒന്ന് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്യാം. 14 15 ഓരോരുത്തരൊന്ന് ജസ്റ്റ് ആൻസർ ഇടാം. ABCDEFGH എല്ലാം ആയില്ലേ? ABCDEFGH ഒന്ന് ആൻസർ ചെയ്തേ. ഹൂ സിറ്റിംഗ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ഒന്നാമത്തെ ആൻസർ എച്ച് എന്നുള്ള ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഹൂ സിറ്റിംഗ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി, എച്ച് വരും. 3 of the 4 I like in a certain way and based on the information given which does not belong to the group. ഇതിൽ പെടാത്ത ആരാന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു നോക്കേണ്ടത് DCനിടയിൽ ഒരാളുണ്ട്, DCനിടയിൽ ഒരാളുണ്ട്, AHനിടയിൽ ഒരാളുണ്ട്, EFനിടയിൽ ഒരാളുണ്ട്, CBനിടയിൽ ആരുമില്ല. അപ്പോൾ CB ആണ്. അതിൽ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ആവുന്നത് ആരാണ്? CB ആണ്. കാരണം ബാക്കി എല്ലാവരുടെ ഇടയിലും ഓരോരുത്തർ വരുന്നുണ്ട്. ലെഫ്റ്റ് ഓഫ് എച്ച്, അത് ലെഫ്റ്റ് റൈറ്റ് പ്രോപ്പറായിട്ട് ഡയറക്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഓഫ് എച്ചിൽ സെക്കൻഡ് ആരാന്ന് നോക്കാം. ആൻസർ എന്താ വരിക? ഹൂ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എച്ച് എന്താ വരേണ്ടത്? സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എച്ച് എന്താ വരേണ്ടത്? സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എച്ച് ആര് വരണം? യെസ്, ഐ എം വെയിറ്റിംഗ്. സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എച്ച് ആര് വരണം? എന്താ വരേണ്ടത്? യെസ്, എന്താ വരേണ്ടത്? ജി ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ജി ഇല്ല. ആൻസർ നൺ ഓഫ് ദിസ് ആയിട്ട് മാറും. ഹൂ among the following are immediate neighbors of G? DC അല്ലേ? DC. Who among the following is sitting third to the right of A? എൻ്റെ തേർഡ് റൈറ്റിൽ 1 2 3 ആരുള്ളത്? C.
അപ്പോൾ ഇങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ലോട്ടറി അടിച്ച പോലെയാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു അറേഞ്ച്മെൻറ്റ് 5 ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഈ ഒരു സാധനം വന്നിട്ട് ആ സെക്ഷൻ 5 മാർക്ക്, ഒരു ചാപ്റ്റർ നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്ന 5 മാർക്കാണ്. കാരണം 4 ടോപ്പിക്സിൽ 20 മാർക്കാണ് റീസണിങ്. അപ്പോൾ ഒരു ചാപ്റ്ററിന് 5 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യെസ്, ലിയ എല്ലാത്തിൻ്റെ ആൻസർ ഒന്നിച്ച് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 12 വെച്ച് 13 CB, 14 നൺ ഓഫ് ദീസ്, 15 DC. ഓക്കെ, 16th കൂടെ ഇനി ഇടാനുള്ളൂ. ലിയ ബാക്കിയെല്ലാം ഒന്നിച്ച് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീൽ മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ഓൺ. ഇപ്പോൾ ഇവിടെ ഹെക്സഗണൽ ഷേപ്സ്, അതേപോലെ സ്ക്വയർ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. ഫോളോ ദ സെയിം പ്രൊസീജിയർ. നമ്മൾ സർക്കുലർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. സർക്കുലർ അറേഞ്ച് ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അപ്പോൾ സർക്കുലർ അറേഞ്ച്മെൻറ്റ് അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ ഹെക്സഗൺ വരയ്ക്കുന്ന സമയത്ത് 6 സൈഡഡ് ഫിഗർ ആയിട്ടുള്ള ഹെക്സഗൺ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. എന്തിനെങ്ങനെ വരയ്ക്കുന്നത്? ഇതിനെ കിടത്തി വെക്കാം. പക്ഷേ വേർട്ടിക്കലി ഞാൻ വെക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർട്ടിക്കലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നോർത്ത് എടുക്കാൻ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. 6 പേരുള്ളത്. അപ്പോൾ ഇങ്ങനെ വേർട്ടിക്കലി വരച്ച് കഴിഞ്ഞാൽ നോർത്തിലേക്കുള്ള ഡയറക്ഷനാണ് നമ്മൾ എപ്പോഴും ആദ്യം എടുക്കാൻ പറയുന്നത്. അപ്പോൾ നോർത്ത് ആദ്യം വരയ്ക്കാൻ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബാക്കി സർക്കുലർ അല്ലാതെ വേറെ ഏത് ഷേപ്സും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷേപ്സ് വേണമെങ്കിലും വരാമല്ലോ. ഹെക്സഗൺ ചോദിച്ചുകൊണ്ട് ഇനി ഏത് വരാം, സ്ക്വയർ വരാം, റോംബസ് വരാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം, ട്രയാങ്കിൾ ചോദിക്കാം. അപ്പോൾ ഏത് ഷേപ്പ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നോർത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഷേപ്പിന് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. കാരണം നോർത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എടുക്കാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, എടുത്തു തുടങ്ങാം, ചെയ്തു തുടങ്ങാം. 6 persons are sitting around the hexagonal table, each at one corner facing in the center of the hexagon. P sits second to the left of you. അപ്പോൾ ആരാ ഞാൻ ആദ്യം എടുക്കും? യുവിന് എടുത്തു. യുവിന് എടുത്തിട്ട് യുവിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ആരുള്ളത്? പി ഉള്ളത്. അപ്പോൾ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ യു നോർത്തിലേക്ക് ഫേസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് പീനെ എടുക്കാൻ സുഖമാണ്. പി സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് യു എടുത്തു. ഇനി ക്യൂസ് നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ്. ക്യൂ നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂ നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ് ആണെങ്കിൽ ഈ ക്യു ആർ എസ് ഒന്നിച്ച് വരണം അല്ലേ? ക്യൂ നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരണ്ടേ? ആർ ക്യു എസ് എന്നോ എസ് ക്യു ആർ എന്നോ, ഇങ്ങനെ 2 രീതിയിൽ വന്നാലും നമ്മൾ ലീനിയർ അറേഞ്ചിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇതൊരു ഷേപ്സിന് ചുറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇവർ 3 ഒന്നിച്ച് വരണം. ആർ ക്യു എസ് എന്നോ എസ് ക്യു ആർ എന്നോ, അത് ഏത് ഓർഡറിൽ വന്നാലും അവർ 3 ഒന്നിച്ച് വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 കേസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ 3 ഗ്യാപ്പ് ഇപ്പുറത്തേ ഉള്ളൂ. ആ 3 ഗ്യാപ്പിൽ ആർ ക്യു എസ് വരാം. പക്ഷേ അതിന് എന്ത് കേസ് വന്നു? അവിടെ വേറൊരു ഓപ്ഷൻ കൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? അടുത്തത് വരയ്ക്കാം. ഇത് എന്നിട്ട് നേരത്തെ വരച്ചതാണ്. പിയും ഓൾറെഡി വരച്ചു വെച്ചതാണ്. അതിലേക്ക് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് ആരൊക്കെ വരാം എന്നുള്ളതും കൂടെ എടുക്കണം. ക്യൂ സെൻറ്ററിൽ എടുത്തിട്ട് ഇവിടെ എസ് ആർ എന്ന രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്യൂസ് നെയ്ബർ ഓഫ് ആർ ആൻഡ് എസ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2 കേസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ടി സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞു. ടി ഇസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എസ്. എസിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ ആര് വരണം? എസിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ചെയ്ത് നോക്കുകയാണ്. ഇവിടെ എസിൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ, ലെഫ്റ്റ് സൈഡ് ഇവിടെ. ടി സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡിൽ ഇവിടെ ടി വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇനി എസിൻ്റെ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവരെ ലെഫ്റ്റ് റൈറ്റ് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ലെഫ്റ്റ് ഇവിടെ, റൈറ്റ് ഇവിടെയാണ്. സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ലെഫ്റ്റ് അവിടെയും റൈറ്റ് ഇപ്പുറത്തെ സൈഡാണ്. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ തിരിഞ്ഞിരുന്ന് നോക്ക്. ഓക്കെ, അല്ല നമ്മൾ ബൈ ഡിഫോൾട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ നോർത്തിൽ ഇവിടെ അല്ല റൈറ്റ് ലെഫ്റ്റ്, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ലെഫ്റ്റ് റൈറ്റും വരും. അപ്പോൾ അങ്ങനെ ടി സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എസ് എന്നുള്ളത് ഇവിടെ പോസിബിൾ അല്ല. കാരണം ഇവിടെ ഓൾറെഡി 6 ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാൻസലായി പോവും അല്ലേ? ഇത് ക്യാൻസലായിട്ട് പോവും. ദിസ് ഇസ് റോങ്. കാരണം ഇവിടെ 6 എന്നുള്ള പൊസിഷനിലേക്കാണ് ടി ഇരിക്കണം എന്ന് പറയുന്നത്. നടക്കില്ല, പോസിബിൾ അല്ല. അപ്പോൾ ഇതാണ് ഇപ്പുറത്തുള്ള സാധനമാണ് നമുക്ക് ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ എസിൻ്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? പി. അപ്പോൾ ഇത് സർക്കുലർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എടുക്കണം. പക്ഷേ ഷേപ്സ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് സ്റ്റാർട്ട് ബൈ ഡ്രോയിങ് ബൈ അലൈനിങ് ഇറ്റ് ഇൻ എ പ്രോപ്പർ ഓർഡർ സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു ടേക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കിട്ടൂലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അതാണ് അതിൻ്റെ റെക്കമെൻഡഡ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ? റീസണിങ്ങിൽ ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ, ബ്ലഡ് റിലേഷൻസ്. എന്ത് ചെയ്യണം? നമ്മളൊരു ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരണോ? ഇപ്പോൾ സമയം എത്രയായി? 12.
36. പറയൂ, നിങ്ങൾ പറയുന്ന പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഒരു 1:30 ആകുമ്പോൾ, കാരണം ഇവിടെ ഇന്ന് സാധാരണ സൈലത്തിൽ വർക്കിംഗ് ഡേയ്സ് ഉള്ള ദിവസം ഇവിടെ തന്നെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും ഹോളിഡേ ആണ്. ഇവിടെ വേറെ ആരുമില്ല. ഇവിടെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു, പ്ലസ് ഇവിടെ നമുക്ക് അതിന് സ്റ്റുഡിയോനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുണ്ട്. ഇതെല്ലാം തീർക്കാനുള്ള തന്നെയാണ്. നമ്മളിത് മാത്സ് കഴിഞ്ഞാൽ പിന്നെ റീസണിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്റ്റാറ്റിലേക്ക് പോകും. സ്റ്റാറ്റിൽ 6 ചാപ്റ്റർ അല്ല, നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. നമുക്ക് രാത്രി വരെ സമയമുണ്ടല്ലോ. ഇന്നലെ നമ്മൾ എടുത്ത പോലെ നമുക്ക് രാത്രി വരെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ശരിയെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാറ്റ് തുടങ്ങാം. ഉച്ചന് മുന്നേ ഇത് തീർത്ത് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററും കൂടെ അല്ലേ ഉള്ളൂ, അത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിലേക്ക് പോകാം. ഇപ്പോൾ ബ്ലഡ് റിലേഷൻസിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ മിക്കവാറും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നില്ല. ജസ്റ്റ് ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് 1-2 പോയിന്റ്സ് മാത്രം ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു. ബ്ലഡ് റിലേഷൻസിൽ നമ്മളൊരു മെയിലിനെ ഞാൻ മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബോക്സിലായിട്ടാണ് മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഫീമെയിലിനെ ഞാൻ സർക്കിളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഞാൻ വരയ്ക്കുന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ടെർമിനോളജീസ് ആണ് പറയുന്നത്. മെയിലിനെ ഞാൻ ബോക്സായിട്ടും ഫീമെയിലിനെ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ബ്രദർ ഓർ സിസ്റ്റർ എന്നുള്ളത് ഞാൻ ബ്രാഞ്ചായിട്ടാണ് കാണിക്കുക. അപ്പം AB ഇവർ ബ്രദേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് കാണിക്കും. സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇതേപോലെ തന്നെ, സിസ്റ്റർ ആണെങ്കിൽ ഇതും ബ്രാഞ്ചായിട്ടാണ് കാണിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കണക്ഷനായിട്ട് കാണിക്കാം. അപ്പോൾ ഒരു ഹസ്ബൻഡ്, ഇത് വൈഫ്, സ്ട്രെയിറ്റ് ലൈൻ കണക്ഷൻ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കണക്ഷൻ ആകെ ഉപയോഗിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കേസിലാണ്. ബ്ലഡ് റിലേഷൻസിൻ്റെ കേസിൽ ബ്രാഞ്ച്, കാരണം സിസ്റ്റേഴ്സ് ഒരുപാട് എണ്ണം ഉണ്ടാവും, ബ്രദേഴ്സ് ഒരുപാട് എണ്ണം ഉണ്ടാവും, അത് ബ്രാഞ്ച്. ബ്രദേഴ്സ് ഒരുപാട് എണ്ണം ഉണ്ടാവാം, സിസ്റ്റേഴ്സ് ഒരുപാട് എണ്ണം ഉണ്ടാവും, ബട്ട് യു ക്യാൻ ഹാവ് ഓൺലി 1 വൈഫ്, ഓൺലി 1 ഹസ്ബൻഡ്. ബ്ലഡ് റിലേഷൻസിലൊക്കെ ഒന്നും കൂടുതൽ ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടുതൽ ഭർത്താവുണ്ടെന്ന കേസ് ഒന്ന് കൺസിഡർ ചെയ്യരുത്. യു ക്യാൻ ഹാവ് ഓൺലി 1 വൈഫ്, ഓൺലി 1 ഹസ്ബൻഡ്. ഇനി ഈ ഹസ്ബൻഡിൻ്റെ ത്രൂ വരുന്ന റിലേഷൻസ്, വൈഫിൻ്റെ ത്രൂ വരുന്ന റിലേഷൻസ് എല്ലാം ഇൻലോസ് ആണ്. ഇപ്പോൾ എൻ്റെ വൈഫിന് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ ഷീ ഈസ് സിസ്റ്റർ ഇൻ ലോ, ഇതെൻ്റെ സിസ്റ്റർ ഇൻ ലോ, ഏടെ സിസ്റ്റർ ഇൻ ലോ ആണിത്. ഓക്കെ, അതേപോലെ വൈഫിനൊരു ബ്രദർ ഉണ്ടെങ്കിൽ ദിസ് ബ്രദർ ബിക്കംസ് ബ്രദർ ഇൻ ലോ. തിരിച്ചു ഇതേപോലെ തന്നെ വൈഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഇൻ ലോ, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അതങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി ഇവരെ നമ്മളെ പാരൻസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ എന്ന വ്യക്തി, എൻ്റെ ഫാദറിൻ്റെ വൈഫ്, എൻ്റെ മദർ. അപ്പോൾ ഇവരെ ബ്രദർ എനിക്ക് ആരായിട്ട് മാറും? ഇവരെ ബ്രദർ വന്നു കഴിഞ്ഞാൽ ദിസ് പേഴ്സൺ ബിക്കംസ് മൈ അങ്കിൾ. എന്നെ സംബന്ധിച്ചോളം ഹീ ഈസ് മൈ അങ്കിൾ. അതേപോലെ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ എനിക്ക് എന്തായിട്ട് മാറി? ഷീ ഈസ് മൈ ഓണ്ട്, എൻ്റെ ഓണ്ടായിട്ട് മാറും. ആൻറ്റി എന്ന് നമ്മൾ പറയുന്നത് എൻ്റെ ഓണ്ടായിട്ട് മാറി. അപ്പോൾ അങ്ങനത്തെ റിലേഷൻസ്. ഇനി ഇതിൽ ഫാദറിൻ്റെ ത്രൂ വരുന്ന റിലേഷൻസിനെ, മദറിൻ്റെ ത്രൂ വരുന്ന റിലേഷൻസിനെ മാറ്റേണൽ എന്നും, ഫാദറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന സാധനത്തിന് പാറ്റേണൽ എന്നാണ് ഉപയോഗിക്കുന്നത്. ഈ പേരുകളൊന്നും ഫെമിലിയർ ആക്കണം എന്ന് മാത്രം. മദറിൻ്റെ സൈഡ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, മെറ്റേണൽ വാർഡ് എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ മദറിൻ്റെ സൈഡിൽ വരുന്നതെല്ലാം മാറ്റേണൽ, ഫാദറിൻ്റെ സൈഡിൽ വരുന്ന പാറ്റേണൽ എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ബാക്കി റിലേഷൻസ്, ഒരുവിധ റിലേഷൻസ് ഒക്കെ പിന്നെ കസിൻസ് എന്ന സാധനമുണ്ട്. കസിൻസ് വരുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ, ഈ ബ്രദറിൻ്റെ മകളോ മകനോ, നമ്മൾ എന്ത് വരും? ഈ 2 പേരും, ഞാനും ഈ പറയുന്ന ആളും കസിൻസാണ്. അപ്പോൾ ഒരേ ജനറേഷനിൽ വരുന്ന ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ കസിൻസാണ്. ഓക്കെ, ഇനി ആളുകൾക്ക് ആകെ ഈ കൺഫ്യൂഷൻ വരുന്ന ഒന്ന് ഈ പറഞ്ഞ കസിൻ വരുന്ന സമയത്തും, പിന്നെ വരുന്ന സാധനം നീസ് ആൻഡ് നെഫ്യൂ എന്നതിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. ഐ ഹാവ് എ ബ്രദർ, ഇപ്പം എനിക്ക് ഒരു ബ്രദർ ഉണ്ട്. ഈ ബ്രദറിന് എന്ത് വരുന്നുണ്ട്? ഈ ബ്രദറിന് ഒരു മകൻ ഉണ്ടെങ്കിൽ ഹീസ് മൈ എന്താണ്? നെഫ്യൂ. എൻ്റെ ബ്രദറിന് ഒരു മകൻ ഉണ്ടെങ്കിൽ ഹീസ് മൈ നെഫ്യൂ. എൻ്റെ ബ്രദറിന് ഒരു മകളുണ്ടെങ്കിൽ ഷീ ഈസ് മൈ നീസ്. ഓക്കെ, നെഫ്യൂ നീസും, ബ്രദറിൻ്റെ മകൻ നെഫ്യൂ, ബ്രദറിൻ്റെ
ഡോട്ടർ, നീസ്. ഓക്കെ, നീസ് നെഫ്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലേഷൻസ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പറയുന്ന വാക്കുകളൊന്ന് ജസ്റ്റ് ഫെമിലറൈസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഒരു കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ്, ബ്ലഡ് റിലേഷൻസിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിലേഷൻസോ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ റിലേഷൻ്റെ ഫാമിലി ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്ന കേസിൽ പ്രോപ്പറായിട്ട് ഫാമിലി ഡയഗ്രാം വരയ്ക്കാം, റിലേഷൻസ് വരയ്ക്കാം. ലുക്ക് അറ്റ് വാട്ട് ഇസ് എ റിലേഷൻ എന്നത് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതിയാൽ മതി. നമ്മൾ എൻ്റെ ഒരു രീതി അതാണ്. ഐ ഡോണ്ട് യൂഷ്വലി എൻ്റർടൈൻ സ്റ്റുഡൻസ് ടു സിറ്റ് ആൻഡ് തിങ്ക് എക്സാം ഹോളിൽ അത് ഇന്ന ആൾ എന്നതാണെങ്കിൽ ഇന്ന ആൾ എന്നതായിരിക്കും എന്ന ജഡ്ജ്മെൻറ്റിലേക്ക് പൊതുവെ ഞാൻ പറയാറില്ല. ബിക്കോസ് അത് ചെയ്യുന്നതിന് നമ്മൾ ഇതേപോലെ ബ്ലഡ് റിലേഷൻസ് വരച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. എനിക്ക് ഓക്കെയാണ്. കാരണം നമുക്കിത് എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് തീർക്കാനാണ്. അപ്പോൾ ഇന്ന് രാത്രി വരെയുള്ള സമയം ഇവിടെ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയം വരെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഇപ്പോൾ എടുത്താലും വലിയ മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് ഈ ബ്രേക്സ് ഇനി അവിടുന്ന് അങ്ങോട്ട് ഇനി ബ്രേക്സിൻ്റെ എണ്ണം കൂടി വരുന്നത് മാത്രം. നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഡി ഈസ് ഡോട്ടർ ഓഫ് ഇ. ഇവിടെ നമ്മൾ ജസ്റ്റ് വരച്ച് പോവാം. ഡോട്ടർ ഓഫ് ഇ ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ഞാൻ ഇപ്പുറത്ത് ഓൾറെഡി വരച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടെ വരയ്ക്കാം. ഡി ഡോട്ടർ ഓഫ് ഇ. ഇത് ഡയറക്റ്റ് ഇവിടെ നിന്ന് വരച്ച് തുടങ്ങി പോയാൽ കുഴപ്പമൊന്നുമില്ല. ഡി ഡോട്ടർ ഓഫ് ഇ. ഈ ഡീൻ്റെ ഡി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ഓഫ് ഇൻ്റെ ഡോട്ടർ, ഈ ഡോട്ടർ ഓഫ് ഇ. എ സൺ ഓഫ് ഡി, എ സണ്ണ്. സി ഈസ് ബ്രദർ ഓഫ് എ, സി ബ്രദർ. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ റിലേഷൻ ഞാനവിടെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. കാരണം പിന്നെ നമ്മൾ രണ്ടാമത് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ സെൻറ്റൻസ് വീണ്ടും വായിക്കാതിരിക്കാൻ. എ ഈസ് ബ്രദർ ഓഫ് എ ആൻഡ് ബി സിസ്റ്റർ ഓഫ് എ, ബി സിസ്റ്റർ ഓഫ് എ, ബിക്ക് ഇവിടെ സിസ്റ്റർ ഓഫ് എ. അപ്പോൾ ഒരു ബ്രാഞ്ചും കൂടെ കടിച്ചിട്ട് ബി സിസ്റ്റർ ഓഫ് എ, സിസ്റ്റർ ഫീമെയിൽ. എഫ് ഇസ് ബ്രദർ ഓഫ് ഡി, എഫ് ബ്രദർ ഓഫ് ഡി, എഫ് ബ്രദർ ഓഫ് ഡി. ഹൗ ഇസ് എഫ് റിലേറ്റഡ് ടു ബി. ഇവിടെ ആകെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡയറക്ഷൻ സെൻസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ഡയറക്ഷൻ മാറുന്ന പോലെ തന്നെ ബ്ലഡ് റിലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് റിലേഷൻ മാറും. സോ അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി കെയർ ചെയ്യണം. ഹൗ ഇസ് എഫ്, എഫിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ ആരോ ഇടും. ഹൗ ഇസ് എഫ് റിലേറ്റഡ് ടു, ആരോടാ ചോദിച്ചത്? റിലേറ്റഡ് ടു ബി. അപ്പം ബി എന്നുള്ള ആൾ ഞാനാണെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് നോക്കും, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഫ് ആരാണ്? എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇവിടെ ചോദ്യം എന്താണ്? ഹൗ ഇസ് എഫ്, എഫ് എന്നുള്ളത് ഞാൻ ആരോ ഇട്ട് കാണിക്കും. റിലേറ്റഡ് ടു ബി, ഈ ബി എന്നുള്ളത് ഞാനായിട്ട് മാറും, ബി എന്നുള്ളത് ഞാനാവും. എന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കുകയാണ്, എൻ്റെ ആരാണ് എഫ്? എൻ്റെ മദറിൻ്റെ ബ്രദർ. എൻ്റെ മദറിൻ്റെ ബ്രദറിനെ ഞാൻ എന്താ വിളിക്കുക? അങ്കിൾ. സോ ഈസ് മൈ അങ്കിൾ. അപ്പോൾ ബ്ലഡ് റിലേഷൻസ് എല്ലാം നിങ്ങളൊന്ന് പേഴ്സണൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണോ റിലേഷൻ ചോദിക്കുന്നത് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പോയിരിക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കാം, എൻ്റെ ആരാണ് ഇയാൾ എന്ന രീതിയിൽ ആൻസർ ചെയ്യാം. ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എ സൺ ഓഫ് സി, എ സണ്ണാണ് സിയുടെ. എ സൺ ഓഫ് സി. സി ആൻഡ് ക്യു ആർ സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സിനെ ബ്രാഞ്ച് ചെയ്ത് കാണിച്ചു. സെഡ് ഇസ് മദർ ഓഫ് ക്യൂ. ഇപ്പോൾ സെഡ് മദർ ആണെങ്കിൽ രണ്ടുപേരും കൂടെ മദറാണ്. സെഡ് ഇസ് മദർ ഓഫ് ക്യൂ ആൻഡ് പി ഈസ് സൺ ഓഫ് സെഡ്. ഇപ്പോൾ ഒരു സൺ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു പീനെ കൊടുക്കാം. ഇതിനിടയിൽ ഒരു പീനെയും കൂടെ വരക്കാം. പി സൺ ഓഫ് സെഡ്, പീനെയും കൂടെ ഇതിനിടയിൽ വരയ്ക്കാം. പി സൺ ഓഫ് സെഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഇവിടെ ചോദ്യങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ എന്നാണ് ചോദിച്ചത്. എ ആൻഡ് പി ആർ കസിൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സി ആൻഡ് പി ആർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. പി ഈസ് മെറ്റേണൽ അങ്കിൾ ഓഫ് എ എന്ന് പറഞ്ഞു. മെറ്റേണൽ അങ്കിൾ ഓഫ് എ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബ്രദർ, മെറ്റീരിയൽ അങ്കിൾ അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഇപ്പോൾ ഇതല്ല ഓപ്ഷൻ സി അല്ല ഇവിടെ ട്രൂ ആയിട്ട് വരുന്നത്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ എ ആൻഡ് പി കസിൻസ് അല്ല, രണ്ട് വേറെ ജനറേഷനാണ്. സി ആൻഡ് പി സിസ്റ്റേഴ്സ് അല്ല. പി ഈസ് മെറ്റേണൽ അങ്കിൾ ഓഫ് എ ശരിയാണ്. എ ഈസ് മെറ്റേണൽ അങ്കിൾ ഓഫ് പി എന്നുള്ളതല്ല. പി ഈസ് മെറ്റേണൽ അങ്കിൾ ഓഫ് എ. ക്ലിയർ ആണല്ലോ? യെസ്, ഓപ്ഷൻ സി. അപ്പോൾ ബ്ലഡ് റിലേഷൻസ് ജസ്റ്റ് വരച്ച് പോവാം. മെയിൽ സർക്കിൾ ചെയ്യുക, മെയിൽ ബോക്സ്, ഫീമെയിൽ സർക്കിൾ, ജനറേഷൻസ് ഹൈറ്റ് വെച്ചിട്ട് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ബി സിക്സ് പേഴ്സൺസ് ആർ സീൻ ടുഗദർ ഇൻ എ ഗ്രൂപ്പ്. ദെയർ ABCDEF. ബി ഈസ് ബ്രദർ ഓഫ് ഡി. ബി എന്നുള്ളത് ബ്രദറാണ്. ബി ബ്രദറാണ് ഓഫ് ഡി. ബി ബ്രദർ ഓഫ് ഡി. ജീൻ്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. ബി ബ്രദർ ഓഫ് ഡി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഡി നോട്ട് ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? സിസ്റ്റർ എന്ന് എടുക്കണം. ഇത് നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ബ്രദർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എടുക്കാം. നോട്ട് ഫാദർ എന്ന് പറഞ്ഞാൽ മദർ എടുക്കാം. നോട്ട് മദർ എന്ന് പറഞ്ഞാൽ ഫാദർ എടുക്കാം. ഇതൊരു ലോജിക്കൽ കണക്ഷനാണ്. ഇപ്പോൾ ഇവിടെ നോട്ട് ബ്രദർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ആവും. ബട്ട് ഡി ഈസ് നോട്ട് ബ്രദർ ആകുമ്പോൾ ഡി ഓട്ടോമാറ്റിക്കായി സിസ്റ്ററായി. ഓക്കെ, എഫ് ഇസ് ബ്രദർ ഓഫ് ബി. എഫ് ബ്രദറാണ്. ഇതിൻ്റെ ബ്രദർ എവിടെ വേണമെങ്കിൽ വരയ്ക്കാം. എഫിന് ഞാൻ അങ്ങോട്ട് ബ്രദറാക്കി ബ്രാഞ്ച് ചെയ്ത് വരച്ചു. എഫ് ഇസ് ബ്രദർ ഓഫ് ബി. സി ആൻഡ് ഡി ആർ മാരീഡ്. അതിലേക്ക് എത്തിയിട്ടില്ല. എഫ് സൺ ഓഫ് സി. എഫ് സൺ ഓഫ് സി. അപ്പോൾ സിൻ്റെ സണ്ണാണ് എഫ്. സി മുകളിൽ വരും. ബട്ട് സി ഈസ് നോട്ട് മദർ. മദർ അല്ലെങ്കിൽ ഫാദർ ആവും. സി മദർ അല്ലെങ്കിൽ ഫാദർ ആവും. എ ആൻഡ് സി ആർ മാരീഡ് ടുഗെദർ. ഇപ്പോൾ ഇവിടെ സി മെയിലാണെങ്കിൽ എ മാരീഡ് ആണെങ്കിൽ എ വൈഫായിട്ട് മാറണം. അപ്പോൾ അത് എഫിൻ്റെ ഒക്കെ മദർ ആവും. ഇ ഈസ് ബ്രദർ ഓഫ് എ. ഇ ഈസ് ബ്രദർ ഓഫ് എ. ഇവിടെ ഇതിൻ്റെ ബ്രദർ ഉണ്ട്, ഇ വരുന്നുണ്ട്. ഇനി ചോദ്യം എത്രയേ ഉള്ളൂ? ദ നമ്പർ ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. സർക്കിളിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക. എത്ര ആൻസർ വരുന്നത്? 2 അല്ലേ? ആൻസർ തേർഡിന് ആൻസർ നമ്പർ ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ്. ഇത് കുറേ പ്രാവശ്യം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിങ്ങനെ ഈ 6 പേര് ദേ ആർ ട്രാവലിംഗ് ടുഗെദർ, ദേ ആർ സിറ്റിംഗ് ടുഗെദർ, ദേ ആർ ഹാവിങ് എ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 6 പേര് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ചോദിക്കാറുണ്ട്, നമ്പർ ഓഫ് മെയിൽസ് ചോദിക്കാറുണ്ട്. ഇത് വരച്ചതിന് ശേഷം ബ്ലഡ് റിലേഷൻസ് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് റിലേഷൻ ഓഫ് എ ടു ബി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് വരച്ചാൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇതൊരു പ്രത്യേക തരം ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. ഇതിന് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് വലിയ അഡ്വാൻസ് ആയിട്ട് ഇപ്പം തരൂല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിത് ചെയ്തു തുടങ്ങാം. അപ്പോൾ അത് 2-3 അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ആ തന്നിരിക്കുന്ന സിമ്പിൾ ഓരോന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് മദർ, ആദ്യത്തെ ആൾ. പി ഈസ് മദർ ഓഫ് ക്യൂ. പ്ലസ് മദർ. ഡിവിഷൻ ആണെങ്കിൽ ഫാദർ, മൈനസ് ആണെങ്കിൽ സിസ്റ്റർ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് വെച്ച് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. 6 ഡിവൈഡഡ് എം. 3 ഓപ്ഷൻസ് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഓരോന്നോരോ ചെയ്ത് നോക്കാം. ഭാഗ്യം നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണിത് 2 അപ്രോച്ച് ഉണ്ടായാലും നമുക്ക് ഇതിൻ്റെ വല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ചെയ്തിട്ട് പോകാം. 6 ഡിവൈഡഡ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ആണെങ്കിൽ എന്താണ്? ഫാദർ. അപ്പോൾ 6 ഫാദറായി, 6 ഫാദറായി, എമ്മിൻ്റെ ഫാദറായി. 6 ഫാദർ ഓഫ് എം ആയി. 6 ഡിവൈഡഡ് എം. പ്ലസ് വരുന്ന സമയത്ത് എന്താണ്? പ്ലസ് എന്ന് പറഞ്ഞാൽ മദറാണ്. അപ്പോൾ എം ആരെ മദറായി? എം എന്നിൻ്റെ മദറായി. ചോദ്യം എന്താണ്? എം ഇസ് ഡോട്ടർ ഓഫ് ആർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഓപ്ഷനിൽ തന്നെ നമുക്കതിന് ആൻസർ കിട്ടും. അപ്പോൾ ഈ പ്ലസ് ഓർ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ റീസണിങ്ങിൽ ഇങ്ങനെ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്ലഡ് റിലേഷൻസിൽ പ്ലസും മൈനസും സിമ്പിൾ വരുന്ന കേസ്. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യനിൽ പറയുന്ന സിമ്പിൾസിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സിമ്പിൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതെടുത്തിട്ട് അതേപോലെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി, ആൻസർ കിട്ടും. അത് ഇതിൻ്റെ വലിയ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ജസ്റ്റ് ആ സിമ്പിൾ എന്താണോ പറയുന്നത് അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്, മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് കഴിഞ്ഞ അറ്റംപ്റ്റിൽ എങ്ങാണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എക്സസൈസിലുള്ള നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും റീസണിങ്ങിൽ പ്രത്യേകിച്ച് എക്സസൈസിലുള്ള പുട്ട് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോകുന്ന ആളുകളാണ് പലരും. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാതായി പോകുന്നത്. എക്സസൈസ് ഫുള്ള് കവർ ചെയ്യേണ്ടതാണ് ശരിക്കും. അപ്പോൾ അതിലുള്ള നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിലുള്ളൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. PQRS TR 6 members of a family in which there are 2 married couple. T is a teacher who is married to a doctor who is mother of R and U. Q is a lawyer married to P. P has 1 son and 1 grandson. Of the 2 married ladies, 1 is a housewife. There is also 1 student and 1 male engineer in the family. Which of the following is steward of the granddaughter of the family? അപ്പോൾ ഈ തന്നിരിക്കുന്ന റിലേഷൻസ് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻസ് നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. T is a teacher who is married to a doctor who is mother of R and U. T is a teacher. T teacher. T is a teacher married to doctor. ഡോക്ടറിനെ മാരി ചെയ്തു. ആരാന്നറിയില്ല. T is a teacher married to doctor who is mother of R and U. മദർ എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി എന്താ ഫീമെയിൽ ആയി. മദർ ഓഫ് R and U. അപ്പോൾ ഇതൊരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ആറിൻ്റെ യുവിൻ്റെ മദർ ആയി. അപ്പോൾ ഈ റിലേഷൻ ഇട്ട് T is a mother ഡയറക്റ്റ് ഡോട്ടർ is mother of R and U എന്ന് പറഞ്ഞിട്ടുണ്ട്. Q is married to P. Q ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. Q ലോയർ ആണ്, മാരീഡ് ടു P ആയിട്ട് മാരി ചെയ്തിട്ടുണ്ട്. Q is ലോയർ മാരീഡ് ടു P എന്നെടുത്തിട്ടുണ്ട്. P has 1 son and 1 grandson. Pക്ക് ഒരു സൺ ഉണ്ട്, ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്. P has 1 son and 1 grandson. P has 1 son and 1 grandson. Of the 2 married ladies, 1 is a housewife. അപ്പോൾ ഇവിടെ ഒന്ന് ടീച്ചർ ഒന്ന് ഡോക്ടർ ആണെങ്കിൽ ഇത് ലോയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ലേഡി ആൻഡ് ഷീ ഈസ് എ ഹൗസ് വൈഫ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഓഫ് ദ 2 മാരീഡ് ലേഡീസ്, കല്യാണം കഴിച്ച 2 പെണ്ണുങ്ങൾ ഒന്ന് എന്ത് പറഞ്ഞിട്ടുണ്ട്? 1 is a ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു. ഒരു ലേഡി ഡോക്ടർ ആണെങ്കിൽ അപ്പോൾ രണ്ടാമത്തത് ഇവിടെ ഓൾറെഡി ലോയർ ആണെങ്കിൽ അപ്പോൾ മാരേജ് നിൽക്കുന്ന ആളുകൾ പിന്നുള്ളത് ഹൗസ് വൈഫിൻ്റെ പ്ലേസിൽ അവിടെ P മാത്രമാണ് കാലിക്ക് നിൽക്കുന്നത്. അപ്പോൾ P ഹൗസ് വൈഫായിട്ട് മാറി.
Of the two married, one is a housewife. There is also one student and one male engineer in the family. ഇനി which of the following stood about the grand daughter of the family. അപ്പോൾ ഇത്രയും നമുക്ക് ബ്ലഡ് റിലേഷൻസിൽ കണക്ഷൻ ഉള്ളൂ. ബാക്കി നിങ്ങൾ പക്ക ലോജിക് ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. ഇതിനെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ഈ പ്ലേസിൽ കാണുന്ന സാധനത്തിന് ഇപ്പുറത്തേക്ക് പ്ലേസ് ചെയ്യണം. ഇവിടെ എന്താ വന്നത്, ടീച്ചർ മാരീഡ് ടു ഡോക്ടർ ഹൂസ് മദർ ഓഫ് ആർ ആൻഡ് യുവിന് എന്ത് ചെയ്യണം, ഈ ഡയഗ്രത്തിലേക്ക് പ്ലേസ് ചെയ്യണം. കാരണം 1 2 3 4 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരെയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 6 ആൾക്കാരെ കിട്ടും. ആ ഡയഗ്രം ഞാനിവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പ്ലേസ്മെൻറ്റ്. ഈ നമ്മൾ ഈ കാണുന്ന ആദ്യം വരച്ച് ക്യൂ ലോയർ, പി ഹൗസ് വൈഫ്, താഴത്തേക്ക് 2 ആൾക്കാർ. അതിനുള്ളിലേക്ക് നമ്മൾ ആരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു, ആ ടീച്ചറേയും ഡോക്ടറേയും കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ടീച്ചറേയും ഡോക്ടറെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ടി മെയിലായി, മാരീഡ് ടു ഡോക്ടർ ഫീമെയിൽ ആണല്ലോ, ഡോക്ടർ പുറത്തേക്ക് മാറി. ആ ബോക്സിനുള്ളിൽ ആര് വരും, ടീച്ചർ വരും. അപ്പോൾ അവരെ സണ്ണായിട്ട് ആർ ഓർ യു. അപ്പോൾ ആർ ഓർ യു ഇവിടെ, ആർ ഓർ യു പുറത്തും വരും. ഇനി ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ജെൻഡർ സ്പെസിഫിക് ആണ്. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട് ദർ ഈസ് വൺ മെയിൽ എഞ്ചിനീയർ ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾ എന്തായിട്ട് മാറും, മെയിൽ എഞ്ചിനീയർ ആവും. മെയിലായിട്ടുള്ള ആൾ എഞ്ചിനീയർ ആവും. പിന്നെ ബാക്കിയുള്ള ഒരു ഓപ്ഷൻ എന്താ ഉള്ളത്, ദർ ഈസ് വൺ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താ, ബാക്കി ഈ നിൽക്കുന്ന ആൾ എന്തായിട്ട് മാറും, സ്റ്റുഡൻ്റ് ആയിട്ട് മാറും. കാരണം അവിടെ ക്വസ്റ്റ്യനിൽ വൺ പേഴ്സൺ ഈസ് എ മെയിൽ എഞ്ചിനീയർ. മെയിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിലുള്ള ആൾ, ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മെയിലാണ്. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്, പി ഹാസ് 1 സൺ ആൻഡ് 1 ഗ്രാൻഡ് സൺ. അപ്പോൾ 2 മെയിലാണ്. അപ്പോൾ ആ മെയിലിൽ ഗ്രാൻഡ് സണ്ണിൽ മെയിൽ വരുന്ന ആളാണ് മെയിൽ എഞ്ചിനീയർ ആയിട്ട് മാറുക. കാരണം മറ്റേ മെയിൽ ടീച്ചറാണ്, അപ്പുറത്തുള്ള ഡോക്ടറാണ്. അപ്പോൾ മെയിൽ എഞ്ചിനീയർ ആവും. അപ്പോൾ മെയിലെല്ലാം ഫിക്സ് ആയി. ഇനി ഒരു പൊസിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ പൊസിഷനിൽ പെൻഡിങ് ഉള്ളത് ഇസ് ഓൺലി എ സ്റ്റുഡൻറ്റ്. അപ്പോൾ എക്സസൈസിൽ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ലേൺ ദിസ്, പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അത് 2 കണക്ഷൻസ് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ലോജിക്കലി കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ ഡയഗ്രം ആക്കി എടുക്കണം. ഓക്കെ, അതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത സെക്ഷൻ ബ്ലഡ് റിലേഷൻസിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പോയിൻറ്റിങ് ടൈപ്പ്. മാത്സിൽ സാറിൻ്റെ മാരത്തോൺ മാത്രം കണ്ട് പഠിച്ചാൽ മതിയോ? നമുക്ക് എക്സാമിന് ഇനി അതിനുള്ള സമയമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് അത്രയും ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽസും പ്ലസ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമ്മറൈസ്ഡ് ഫോമിൽ, ഒരു ചെറിയ ഫോമിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കണം എന്ന ടാർഗറ്റിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മിനിമം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ മാരത്തോണിൽ ഈ പറയുന്ന നമ്മൾ യൂട്യൂബ് ലൈവിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. പക്ഷേ എല്ലാ ചാപ്റ്ററും നമ്മളൊന്ന് കവർ ചെയ്ത് പോകുന്നത് നല്ലതാണ്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൂടുതൽ സമയമുണ്ടോ നിങ്ങൾ കൂടുതൽ പഠിക്കാം. ഇതിലുള്ള എല്ലാ ചാപ്റ്ററിനെ കുറിച്ചൊരു സമ്മറി പോലെയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചാൽ നന്നാവും. ഓക്കെ, പോയിൻറ്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസിലേക്കാണ് വരുന്നത്. പോയിൻറ്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസിൽ വരുന്ന സമയത്ത് പോയിൻറ്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസ് റീസണിങ്ങിൽ വരുന്ന ഈ ബ്ലഡ് റിലേഷൻസിൽ വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കാണിക്കാം. പോയിൻറ്റിംഗ് ടു എ പേഴ്സൺ ഇൻ ദ പിക്ചർ. ഇതാണ് പോയിൻറ്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊസീജിയർ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇതാരാണ് സംസാരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പോയിൻറ്റിംഗ് ടു എ പേഴ്സൺ ഇൻ ദ പിക്ചർ, ലേഡി സെഡ് ദാറ്റ്. അപ്പോൾ ആരാണ് സംസാരിക്കുന്നത്, ലേഡിയാണ് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യൻ നേരെ താഴെ കാണാമല്ലോ നിങ്ങൾക്ക്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. അപ്പോൾ ആരോ അവിടെ സ്പീക്കർ, ലേഡി. സ്പീക്കർ ആരാ, ലേഡി. ഡോണ്ട് ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് ഓൺ നെയിം. ഇത് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ് റിലേഷൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിവിടെ കേരളത്തിലിടുന്ന പേരുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെ പേര് ജഡ്ജ് ചെയ്യരുത്. ഒരു ഫിലിം ഉണ്ടല്ലോ, ഞാനത് എല്ലാ ക്ലാസ്സിൽ സ്ഥിരം പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പഞ്ചാബി ഹൗസ് ഉണ്ടല്ലോ, പഞ്ചാബി ഹൗസ് ഫിലിം. ആ പഞ്ചാബി ഹൗസിൽ ഈ ഗുസ്തി പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ, സോണിയാണ് അടുത്ത കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഹരിശ്രീ അശോകനാണല്ലോ പറയുന്നത്. സോണിയ പോന്നോട്ടെ എന്ന് പറയുന്നൊരു കേസുണ്ട്. ഫിലിം ഓർമ്മയുണ്ട്. ഇന്നലെ ഞാൻ ഏതോ ഒരു ഫിലിമിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ ഡയലോഗ് വരെ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സോണിയ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോണിയ, നമ്മളെ നാട്ടിൽ സോണിയ എന്ന് പറയുന്നത് എന്താ, പെണ്ണാണ്. പെണ്ണിൻ്റെ പേരാണ് സോണിയ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ സോണിയ ആണിൻ്റെ പേരാണ്. ആണിൻ്റെ പേര് വരാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ മെയിൽ എന്ന് വിചാരിക്കുന്ന പല പേരുകളും അവർക്ക് ഫീമെയിലിൻ്റെ പേരായിരിക്കാം. ഫീമെയിൽ എന്ന് വിചാരിക്കുന്ന പല പേരുകളും മെയിലിൻ്റെ പേരായിട്ട് വരും.
ഇവിടെയുണ്ട് അങ്ങനത്തെ ചില പേരുകൾ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഡോണ്ട് ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് ഓൺ നെയിം. പേര് വായിച്ചിട്ട് ലേഡി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫീമെയിൽ ആണ്, അതല്ലാതെ പേര് മാത്രം വായിച്ചിട്ട് ജെൻഡർ പറയരുത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ കീവേഡ്സ് ഉണ്ടാവും. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്ന ആൾ പോയിന്റിങ് ടു എ പേഴ്സൺ ഇൻ ദ പിക്ചർ, ലേഡി സെഡ് ദാറ്റ് ഹീ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. ഇവിടുത്തെ കീവേഡ് എന്താണ്? മൈ എന്നുള്ള കീവേഡ് വരും. അപ്പോൾ സിംഗിൾ പേഴ്സൺ ആണ് സംസാരിക്കുന്നതെങ്കിൽ ആ സിംഗിൾ പേഴ്സൺ സംസാരിക്കുമ്പോൾ ഈ കീവേഡ് ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക. മൈ മദർ എന്നാണ്. ഇപ്പോൾ ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ മൈ ഫാദർ അല്ലെങ്കിൽ മൈ മദർ. സോ ആ കീവേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംസാരിക്കുന്ന ആളെ ആ സ്ഥലത്തും സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. ആ കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. കീവേഡ് ഉപയോഗിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അവിടെ നിന്ന് നമ്മൾ റിലേഷൻ വരച്ച് തുടങ്ങണം. റിലേഷൻ വരച്ചു തുടങ്ങുന്ന സമയത്ത് ഈ മൈ എന്നുള്ള വേർഡിൽ നിന്നും ഫോർവേഡ് ആദ്യം വരയ്ക്കും. ഓക്കെ, പറഞ്ഞു തരാം, ചെയ്തു തരാം. മൈ എന്നുള്ള സ്ഥലത്ത് നിന്ന് ആദ്യം ഫോർവേഡ് നടക്കും. ഫോർവേഡ് നടന്നിട്ട് ആ സെൻറ്റൻസിന് എൻഡ് വരെ പോവും. എന്നിട്ട് പിന്നെ തിരിച്ച് നടക്കും. പ്രൊസീജിയർ ഞാൻ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈസ് എന്നുള്ള വേർഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ റിലേഷൻ ഫോം ചെയ്യണം. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹൈലൈറ്റ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ റിലേഷൻസ് വരുമ്പോൾ അത് കണക്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ അത് കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. പോയിന്റിങ് ടു എ പേഴ്സൺ ഇൻ ദ പിക്ചർ, എ ലേഡി സെഡ് ദാറ്റ്. സംസാരിക്കുന്ന ആൾ ലേഡിയാണ്. അപ്പോൾ ലേഡി ആയതുകൊണ്ട് അത് ഫീമെയിലാണ്. അപ്പോൾ ഞാനത് ഇവിടെ ഒന്നുകൂടെ വരയ്ക്കാം. അപ്പുറത്ത് വരച്ചിട്ട് ഒന്നുകൂടെ വരയ്ക്കാം. പോയിന്റിങ് ടു എ പേഴ്സൺ ഇൻ ദ പിക്ചർ, ലേഡി സെഡ്. അപ്പോൾ സംസാരിക്കുന്ന ആൾ ആരാ? ലേഡിയാണ് സംസാരിക്കുന്നത്. മൈ എന്ന് പറയുന്നത് ആരാ? ലേഡിയാണ് സംസാരിക്കുന്നത്. സോ ലേഡിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കണേ പ്രൊസീജിയർ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എൻ്റെ ബാച്ചിൽ എൻ്റെ ക്ലാസ് മുന്നേ കണ്ടവർ അല്ലെങ്കിൽ എൻ്റെ റീസണിങ്ങിൻ്റെ ക്ലാസ് മുന്നേ കണ്ടവർക്കുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ബ്ലഡ് റിലേഷൻസ് എല്ലാ സ്ഥലത്തും പഠിപ്പിക്കൽ. സോ അവരല്ലാത്ത പുതിയ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ലൈവ് ആണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഇത് ചെയ്യുന്ന രീതി. പോയിന്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസ് ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സ്പീക്കർ മൈ എന്നുള്ളത് ഇവിടെ ലേഡിയാണ്. അപ്പോൾ ലേഡിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫോർവേഡ് പോകാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെൻറ്റൻസ് ഫോർവേഡ് പോകുന്ന സമയത്ത് മൈ മദർ ഒന്നാമത്തെ ആൾ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്പർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മദർ ഒന്നാമത്തെ ആൾ. ഓക്കെ, ഒന്നാമത്തെ ആൾ മദർ. ഇനി രണ്ടാമത്തെ ആൾ എന്താ? ആ മദർ പറയുന്ന മദർ ഒന്നാമത്തെ ആൾ. പിന്നെ അടുത്ത് ഫാദർ, രണ്ടാമത്തെ ആൾ ഫാദർ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്പർ ചെയ്യുന്നത് കേട്ടോ. ഫാദർ. ഓൺലി ഡോട്ടർ. ഇപ്പോൾ നമ്മൾ മൈന്ന് സ്റ്റാർട്ട് ചെയ്തു, ലേഡിന്ന് സ്റ്റാർട്ട് ചെയ്തു, മദർ ഫാദർ. ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഫാദറിൻ്റെ ഡോട്ടറായിട്ട് മാറും. അപ്പോൾ മൂന്നാമത്തെ ആൾ എവിടെ വരും? ഈ ആൾ തന്നെ മൂന്നാമത്തെ ആളോ? ഓൺലി ഡോട്ടർ. ഓക്കെ. അപ്പോൾ ആ സെൻറ്റൻസ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് വന്നു. ഫോർവേഡ് നമ്മൾ നടന്നു, അവിടെ അവസാനിച്ചു. ഫോർവേഡ് പോയെന്ന് അവസാനിച്ചു. ഇനി എങ്ങോട്ട് പോകണം? ബാക്കോട്ട് പോകണം. ബാക്കോട്ട് പോകുന്ന സമയത്ത് ഈ മൈ എന്നുള്ള വേർഡിൽ നിന്നാണ് നമ്മൾ ബാക്കോട്ട് പോകേണ്ടത്. ഈ മൈ എന്നുള്ള വേർഡിൽ നിന്ന് ബാക്കോട്ട് പോവാം. ബാക്കോട്ട് പോകുന്ന സമയത്ത് ഡോട്ടർ, ഇതിൻ്റെ ഡോട്ടർ. അപ്പോൾ ഏതാ? നാലാമത്തെ ആളാരാ? ഇത് ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാലാമത്തെ ആൾ ഇവിടെ എത്തി. ഇനി ബാക്കോട്ട് വീണ്ടും നടക്കുന്ന സമയത്ത് ഓൺലി ഡോട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞു. വീണ്ടും ബാക്കോട്ട് വരുന്ന സമയത്ത് എന്തുണ്ട്? ഒരു ബ്രദർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രദർ അഞ്ചാമത്തെ ആൾ. അടുത്തത് വീണ്ടും ബാക്കോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ പോവാണ്. നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തി. അടുത്ത ആരാളുടെ? സൺ, ഇതിൻ്റെ സണ്ണ്. ആറാമത്തെ ആൾ സണ്ണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ നമ്പർ ഇടാണ്. നിങ്ങൾ രണ്ടാമത് പിന്നെ നോക്കുന്ന സമയത്ത് എന്താ ചെയ്തത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇടുന്നത്. സൺ. അപ്പോൾ ഇസ് എന്നുള്ള വേർഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പോയിന്റിംഗ് ടു എ പേഴ്സൺ ഇൻ ദ പിക്ചർ. ഇതാണ് പിക്ചറിലുള്ള പേഴ്സൺ. ഈ പറയുന്ന ആറാമത്തെ ആളാണ് പിക്ചറിലുള്ള പേഴ്സൺ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഹൗ ഈസ് ദ ലേഡി റിലേറ്റഡ് ടു പേഴ്സൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത് ഞാൻ അവർക്ക് നേരെ ആരോ ഇടും. ഹൗ ഈസ് എ ലേഡി, ലേഡീനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ലേഡി റിലേറ്റഡ് ടു പേഴ്സൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഞാൻ ആ ആളായിട്ട് മാറും. ഇതാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആരാണ് ലേഡി എന്നാണ് ഞാൻ നോക്കുക. എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ, മൈ ഓണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പക്ക പ്രൊസീജിയറാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയിന്റിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസിൽ ക്വസ്റ്റ്യൻ വലുതായാലും ഒരു പ്രശ്നവുമില്ല, ഡെഫിനറ്റായിട്ട് ആൻസർ കിട്ടും. ദിസ് ഇസ് എ പ്രൊസീജിയർ. അപ്പോൾ ആ പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കാം. മനസ്സിലാക്കിയാൽ മതി. ഇക്വേഷൻസ് ഒന്നുമല്ലല്ലോ അത് ബൈ ഹാർട്ട് ചെയ്യാനുള്ള. ഇക്വേഷൻ ഒന്നുമല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ആ പ്രൊസീജിയർ മനസ്സിലാക്കാം. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഇവിടെ സ്പീക്കർ ഉപയോഗിക്കുന്ന വാക്കാണ് മൈ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ സംസാരിക്കാൻ തുടങ്ങുക. അവിടുന്ന് നമ്മളും തുടങ്ങാം. അവിടുന്ന് ഫോർവേഡ് പോകാനുള്ളതൊക്കെ പോവാം. ആ സെൻറ്റൻസ് അവസാനം വരെ പോവാം. എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്യാം? ബാക്കോട്ട് വരാം. ഇസ് എന്നുള്ള വേർഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ സിംഗിൾ പേഴ്സൺ കീവേഡ് ആയതുകൊണ്ട് മൈ എന്നുള്ള ബേസിൽ ഒരു കണക്ഷൻ, ഒരു ഡയഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇത് റെക്കോർഡിംഗ് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നായിട്ട് സ്വന്തം വീണ്ടും ചെയ്തു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ബാക്കോട്ട് അടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കണ്ടിട്ട് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൽ ശരിക്കും നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട്. നമുക്ക് അതിന് സമയമില്ല. 1 2 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്ത് പോവുള്ളൂ. കോൺസെപ്റ്റ് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്ത് പോവുള്ളൂ. പോയിന്റിങ് ടു എ മാൻ, എ ലേഡി സെഡ് ദാറ്റ്. ആരാ സംസാരിക്കുന്നത്? ലേഡി സെഡ് ദാറ്റ് ദ ഫാദർ ഓഫ് യുവർ ഫാദർ ഇൻ ലോസ് ഓൺലി സൺ മൈ ഫാദർ ഇൻ ഓൺലി സൺ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ആൾക്കാരുണ്ട്. ഇവിടെ മൈ എന്നുള്ള കീവേഡും വരുന്നുണ്ട്, യുവർ എന്നുള്ള കീവേഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മൈ എന്നുള്ള കീവേഡ് ഒന്ന് വരച്ചു തുടങ്ങി. അതിവിടെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരച്ച് ജസ്റ്റ് കാണിക്കണം, അങ്ങനെ കാണിക്കാം. വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. മൈ ഫാദർ ഇൻ ലോ, മൈ എന്നാരാ പറയുന്നത്? ലേഡി. ലേഡി സംസാരിക്കുന്നതാണ്. ലേഡി എന്ന് അങ്ങോട്ട് തുടങ്ങാം. ലേഡി ഫീമെയിലാണ്. ലേഡിയുടെ ഫാദർ ഇൻ ലോ. അപ്പോൾ ഒന്നാമത്തെ മൈന്ന് തുടങ്ങി. ഒന്നാമത്തെ ആളെന്താ? ഫാദർ ഇൻ ലോ. ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ആരാ? ഹസ്ബൻഡിൻ്റെ ഫാദർ ഇൻ ലോ. ഒന്നാമത്തെ ആള് ഫാദർ ഇൻ ലോ. ഓൺലി സൺ, ഫാദർ ഇൻ ലോൻ്റെ ഓൺലി സൺ. ലേഡിയാണ് പറയുന്നത്. ഫാദർ ഇൻ ഓൺലി സൺ എന്തായിട്ട് മാറി? ഇതാളായിട്ട് മാറി. ഫോർവേഡ് അവിടെ അവസാനിച്ചു. ഞാൻ ബാക്കോട്ട് വരുന്ന സമയത്ത് മൈൻ്റെ തൊട്ട് ബാക്കിൽ എന്തുണ്ട്? ഇസ് എന്ന കീവേഡ് ഉണ്ട്. ഇസ് എന്നുള്ള കീവേഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇത് റൂളാണ്, ഈ പ്രൊസീജിയറിലെ റൂളാണ്. ഇസ് എന്നുള്ള വേർഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ വെച്ചാൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിർത്തുന്ന സ്ഥലം എന്ത് ചെയ്യുക? ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾ പെൻസിലോട് ചെയ്യുകയാണെങ്കിൽ ആ പെൻസിൽ ഒരു 3-4 പ്രാവശ്യം അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാം, ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ആ ഡയഗ്രാം അവിടെ വെച്ച് തീരും. ഇനി രണ്ടാമത്തെ ഡയഗ്രാം വരയ്ക്കണം. ആരെ ബേസ് ചെയ്ത് വരയ്ക്കണം? യുവറിൻ്റെ ബേസിൽ. മൈ എന്നുള്ള രീതിയിൽ സംസാരിച്ച പോലെ യു എന്നുള്ളത് വേറൊരു കീവേഡാണ്. യുവറിൻ്റെ ബേസിൽ വീണ്ടും വരയ്ക്കണം. യു എന്ന് പറയുന്ന ആരാണ്? മാൻ. ഒരു മാൻ ആണ് പറയുന്നത്. ആ മാൻ്റെ ബേസ് ചെയ്തിട്ട് വരയ്ക്കാം. മാൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറയുന്ന സമയത്ത് മാൻ്റെ വൈഫിൻ്റെ ഫാദർ ഇൻ ലോ. മാൻ്റെ കേസിലാണ് വരയ്ക്കുന്നത്. മാൻ്റെ ഫാദർ ഇൻ ലോ ഓൺലി സൺ. മാൻ്റെ ഫാദർ ഇൻ ലോൻ്റെ ഓൺലി സൺ എന്ന് പറയുമ്പോൾ വേറെ ഒരാളുണ്ടാവും, സ്ഥലമില്ല. ഓക്കെ, മാൻ്റെ ഫാദർ ഇൻ ലോ ഓൺലി സൺ. മാൻ്റെ ഫാദർ ഇൻ ലോ ആണ് വൈഫിൻ്റെ ഫാദറിൻ്റെ ഓൺലി സണ്ണിലേക്ക് വന്നു. ഓൺലി സൺ അതിൻ്റെ ഫാദർ. ഓക്കെ, മാൻ്റെ ഫാദർ ഇൻ ലോ ഓൺലി സൺ, അതിൻ്റെ ഫാദർ ആകുമ്പോൾ എന്താ? ഈ ആൾ തന്നെ മൂന്നാമത്തെ ആളായിട്ട് വരും. മാൻ്റെ ഫാദർ ഇൻ ലോ ഓൺലി സൺ, തിരിച്ച് ഫാദർ മൂന്നാമത്തെ ആൾ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ആ 2 സെയിം ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ 2 സാധനത്തിന് നമ്മളൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആ 2 ഞാനിവിടെ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അത് ലേഡി സംസാരിച്ചു, പിന്നെ മാൻ സംസാരിച്ചു. 2 ഞാനിവിടെ കണക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത ഡയഗ്രാം നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്യണം. 2 സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ മൈ എന്നുള്ള കേസും വരുന്നുണ്ട്, യു എന്നുള്ള കേസും വന്നു കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ഡയഗ്രാംസ് വരും. ഈ 2 ഡയഗ്രാംസും നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എവിടെ കണക്ട് ചെയ്യേണ്ടി? ഹൈലൈറ്റ് ചെയ്ത പോയിന്റിൽ കണക്ട് ചെയ്യണം. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ലേഡിയിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യാം. ലേഡി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇത് വരച്ച സാധനം ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ നേരെ താഴെ ഒരു ഇതിനെ കാണിക്കും. ഇവിടെ അതിൻ്റെ മാൻ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്തൊരു മെയിലുണ്ട്. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? ഹൗ ഈസ് എ ലേഡി റിലേറ്റഡ് ടു ദ മാൻ? ഹൗ ഈസ് എ ലേഡീൻ്റെ നേരെ ആരോ റിലേറ്റഡ് ടു ദ മാൻ. എൻ്റെ ആരാണ്? മാൻ്റെ ആരാണ്? ലേഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ കണക്ട് ചെയ്തു, ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. അത് വേറെ അലൈൻമെൻ്റ് ആണെന്ന് മാത്രം, സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഹൗ ഈസ് എ ലേഡി റിലേറ്റഡ് ടു ദ മാൻ? എൻ്റെ ആരാണ് ലേഡി? മദർ ഇൻ ലോ. ഷുവർ ആണ്, ആൻസർ കിട്ടും. പ്രൊസീജിയർ പഠിക്കുക. ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായാലും കിട്ടും. 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ആൻസറിൽ എന്തായാലും എത്തും. ഓക്കെ, എനിക്ക് വീണ്ടും ചെയ്തു തരാൻ സമയമില്ല. ഇത് യൂട്യൂബാണ്, നിങ്ങൾക്ക് പോസ് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും ബാക്കോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് എടുത്ത് കാണാം. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഈ പോയിന്റിങ് ടൈപ്പിന് ഞാൻ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകാറ്. നമുക്കിവിടെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോകും. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ വീണ്ടും എടുത്ത് കാണാം. There are 2 film stars. എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. There are two film stars. One is the father of other son. ചെറിയ ക്വസ്റ്റ്യൻ, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ടു. എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും. There are 2 film stars. One is the father of other son. ആൻസർ എന്താ? ഇത് മറ്റേ പോയിന്റിങ് ടൈപ്പിൽ ഇതൊന്നും വരയ്ക്കൊന്നും വേണ്ട, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും.
ആൻസർ. ഇതിന് ആൻസർ. There are two film stars. One is the father of others, and what is the relation of the two with each other? എക്സസൈസിൽ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ആൻസർ ചെയ്തേ. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഓപ്ഷൻ സി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. റൈറ്റ്. നഹിദ, ജിൻഷ, ബിഷറ, ശ്രേയസ്, ലിയ, അസർ. യെസ്, ഓപ്ഷൻ സി. 2 സ്റ്റാർ ഞാൻ വരച്ചിട്ടുണ്ട്. ദർ ആർ 2 ഫിലിം സ്റ്റാർസ്. വൺ ഈസ് ദ ഫാദർ ഓഫ് അതേഴ്സ് സൺ. അപ്പോൾ ഒരാൾ അതർ, മറ്റേ ആള് അതറിൻ്റെ സണ്ണിൻ്റെ ഫാദർ. വൺ ഈസ് ദ ഫാദർ ഓഫ് അതേഴ്സ് സൺ. അപ്പോൾ ഞാൻ അതേഴ്സ് സണ്ണിനെ മാർക്ക് ചെയ്തു, അതിൻ്റെ ഫാദറിനെ മാർക്ക് ചെയ്തു. വൺ ഈസ് ദ ഫാദർ ഓഫ് അതേഴ്സ് സൺ. ഇപ്പോൾ ഇവർ ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇത് വീടുകളിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഡയലോഗാണ്. വീട്ടിൽ ഇപ്പം നിങ്ങൾ കച്ചറുണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ ഫാദർ, നിങ്ങളുടെ ഉപ്പ അല്ല നിങ്ങളുടെ ഉപ്പ അല്ല അച്ഛൻ അമ്മയുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്ത് പറയുന്നത്, നിന്റെ മോളത് കച്ചറുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ മോനത് കച്ചറുണ്ടാക്കുന്നതെന്ന് പറയാം. കച്ചറുണ്ടാക്കുന്ന സമയത്ത് നല്ല എന്താ ചെയ്താലോ, എൻ്റെ മകള് വളരെ നല്ല മോളാണെന്ന് ഞാൻ പറയും. എൻ്റെ മോള് നല്ല മോളെന്ന് പറയും. കച്ചറുണ്ടാക്കി കഴിഞ്ഞാൽ വൈഫിൻ്റെ അടുത്ത് എന്താ പറയും, നിന്റെ മോള് കച്ചറുണ്ടാക്കുന്നത്. തിരിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് വൈഫ് അങ്ങനെ തന്നെ പറയാം, നിന്റെ മോള് കച്ചറുണ്ടാക്കുന്നത്, നിന്റെ മകൻ അടി ഉണ്ടാക്കുന്നത്, നിന്റെ മോഹം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയാം. ഇപ്പം ഇത് ജനറലി നമ്മൾ വീടുകൾ കേൾക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് സംസാരം വരിക. അതാണ് ഇവിടെ ഉള്ളത്. വൺ ഈസ് എ ഫാദർ ഓഫ് അതേഴ്സ് ആണ് എന്ന് പറഞ്ഞ സമയത്ത് ഇവർ തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എ പ്രിസണർ ഇൻട്രോഡ്യൂസ് എ ബോയ്. ഐ ഹാവ് ഡൺ. ഹീ ഈസ് മൈ ഫാദേഴ്സ് സൺസ് സൺ. മൈ ഫാദേഴ്സ് സൺസ് സൺ. പ്രിസണർ സംസാരിക്കുന്നു. പ്രിസണറിൻ്റെ ഫാദറിൻ്റെ സണ്ണ് പ്രിസണറിൻ്റെ സണ്ണ് എന്തായിട്ട് മാറി, അയാൾ സണ്ണായിട്ട് മാറും. അപ്പോൾ ഹൂസ് എ ബോയ്, സൺ ഓഫ് ദ പ്രിസണർ. ഇതൊക്കെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻട്രൊഡ്യൂസിങ് എ ബോയ്, എ ഗേൾ സെഡ് ഹീ ഈസ് എ സൺ ഓഫ് ദ ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ അങ്കിൾ. അപ്പോൾ നമ്മൾ ആ ബ്ലഡ് റിലേഷൻസിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ മൈ അങ്കിൾ ആരാ സംസാരിക്കുന്നത്? ഇൻട്രൊഡ്യൂസിങ് എ ബോയ്, ഗേൾ ആണ് സംസാരിക്കുന്നത്. ഇൻട്രൊഡ്യൂസിങ് എ ബോയ്, ഗേൾ ആണ് സംസാരിക്കുന്നത്. ഗേൾ എന്ത് പറഞ്ഞു? ഗേൾ പറയുന്നു, ഗേളാണ് മൈ എന്നുള്ളത് ഗേളാണ്. മൈ അങ്കിൾ. ഇപ്പോൾ മൈ അങ്കിൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മദർ ആവാം, ഫാദർ ആവാം. ഓക്കെ, ബ്ലഡ് റിലേഷൻസിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ളതും ഇപ്പോൾ പറഞ്ഞ MTP RTP ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് റെഗുലർ സ്റ്റുഡൻസൊക്കെ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മളിത് ഡയറക്റ്റ് അറിയാവുന്ന കേസ് കറക്റ്റ് എടുക്കണം, അല്ലാത്ത ബ്ലാങ്ക് ആക്കി വെക്കണം. ഓക്കെ, ഇപ്രാവശ്യത്തെ MTPയിലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിസ്റ്റർ ഇൻ ലോൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്രാവശ്യം ഈ അടുത്ത കാലത്ത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്ന സമയത്ത്, സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ആവാം. മനസ്സിലാക്കി വെക്കാം. സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ആവാം, എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ആവാം. രണ്ടും സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പോൾ അത് 2 രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ആ ലെവലിലേക്ക് വരും. നമ്മൾ ആ പോയിന്റിൽ 2 രീതിയിൽ ചെയ്താലും ഏതെങ്കിലും ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ആൻസർ കിട്ടുള്ളൂ. മറ്റേത് നമ്മൾ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ആ സമയത്ത് അപ്പം തന്നെ മാറ്റി ചിന്തിക്കണം. ബ്ലഡ് റിലേഷൻസിലെ ക്വസ്റ്റ്യൻസ് അഡ്വാൻസ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അപ്പം തന്നെ അടുത്ത രീതിയിൽ ചിന്തിച്ചിട്ട് ആ രീതിയിലും കൂടെ ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. മൈ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മദറോ ആവാം, ഫാദറോ ആവാം. ഇവരെ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവരെ മദറോ ഫാദറോ അവരെ ബ്രദറാണ് അങ്കിൾ. അത് ഞാൻ അവിടെ ഗ്യാപ്പ് ഇട്ട് വെച്ചതാണ്. അവിടെ ആര് വേണമെങ്കിൽ വരാം. അപ്പോൾ മൈ അങ്കിൾ എടുത്തു ഒന്നാമത്തെ ആൾ. ഇനി ബാക്കോട്ട് വരുന്ന സമയത്ത് അവരെ ഫാദർ രണ്ടാമത്തെ ആൾ, അവരെ ഡോട്ടർ. അപ്പോൾ ഇവിടെ ഡോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞാൻ എന്ത് ചെയ്തു, ആ ഡോട്ടർ അങ്ങോട്ട് ഫില്ല് ചെയ്ത്. അപ്പോൾ അങ്കിള്, ഫാദർ, ആ സ്പേസിൽ ഞാൻ ഡോട്ടർ ഫില്ല് ചെയ്തു. അപ്പോൾ ലോജിക്കലി കറക്റ്റാണ്, ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഇനി അതിൻ്റെ സണ്ണ്, ഇപ്പോൾ ഈ ഡോട്ടറിൻ്റെ സണ്ണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ സണ്ണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്താ റിലേഷൻ ഉള്ളത്? ഇതാണ് സണ്ണ്, നാലാമത്തെ ആൾ. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? ദേ ആർ ഹൗ ഇസ് ദ ബോയ് റിലേറ്റഡ്? ബോയിനെ കുറിച്ചാണ് പറയുന്നത്. റിലേറ്റഡ് ടു ദ ഗേൾ. അപ്പോൾ ഗേൾ ഞാനാണ്, എൻ്റെ ആരാണ് ആ ബോയ്? എൻ്റെ ബ്രദറാണ്. സോ ഇറ്റ് ഇസ് എ ബ്രദർ. 10ൻ്റെ ആൻസർ ബ്രദർ. ഓക്കെ, ഇതും ഇതേപോലെ തന്നെ പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 1 2 2 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഓക്കെ, ആർ ടോൾഡ് ടു എം. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈ എന്ന് എടുക്കാൻ പറഞ്ഞു. മൈ എന്നുള്ളത് ആളെ സ്പീക്കറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ബേസിൽ ഡയഗ്രാം വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൈ ഫ്രണ്ട് എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി പേഴ്സണായിട്ട് എടുക്കേണ്ടത്. അതാണ് ആകെ ഒരു പ്രശ്നം. ഇവിടെ മൈ ഫ്രണ്ട് എന്നുള്ളതാണ് ഇവിടെ പേഴ്സണായിട്ട് എടുക്കേണ്ടത്. ഒന്ന് മനസ്സിലാക്കി വെക്കാം. മൈ ഫ്രണ്ട് ആണ് ഇവിടെ പേഴ്സൺ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ചാണ്, ചെറിയൊരു ട്വിസ്റ്റാണ്.
ആ ഒരു മൈ ഫ്രണ്ടാണ് അവിടെ ആക്ച്വലി പേഴ്സൺ. മൈ എന്നുള്ള ആളല്ല, മൈ ഫ്രണ്ടാണ് അവിടെ പേഴ്സണായിട്ട് വരിക. അപ്പോൾ ആർ ടോൾഡ് ടു എം എന്ന് പറയുന്ന സമയത്ത് ആറാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ ഫ്രണ്ടാണ് ആ പേഴ്സൺ. ആറിൻ്റെ ഫ്രണ്ടാണ് പേഴ്സൺ. ആറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തു തുടങ്ങാം. അപ്പോൾ മൈ എന്നുള്ള വാക്കിന് പകരം നമ്മൾ എന്തെടുക്കണം? ആറിൻ്റെ ഫ്രണ്ടിന് എടുക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തു തുടങ്ങാം. ആറ് ഫ്രണ്ടിൻ്റെ മദർ. ഫോർവേഡ് പോകുമ്പോൾ മദർ, ഒന്നാമത്തെ ആൾ മദർ. പിന്നെ ബാക്കോട്ട് വരുന്ന സമയത്ത് ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഹസ്ബൻഡിൻ്റെ ബ്രദർ വരാം. ഓക്കെ, ബ്രദർ ഇൻ ലോ, ഹസ്ബൻഡിൻ്റെ ബ്രദർ വരാം. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു രീതിയിൽ ചെയ്തു നോക്കാൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ട്രൈ ചെയ്യണം. ബ്രദർ ഇൻ ലോ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ബ്രദർ ഇൻ ലോ എടുക്കുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബ്രദർ എടുത്ത ബ്രദർ ഇൻ ലോ. അപ്പോൾ അത് ഒന്ന് ഞാൻ എടുത്തു മദർ, ബ്രദർ ഇൻ ലോ രണ്ടാമത്തെ ആളെടുത്തു. ഇനി യങ്ങസ്റ്റ് ഡോട്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഡോട്ടർ, യങ്ങസ്റ്റ് ഡോട്ടർ, ഒരു ഡോട്ടർ എടുത്തു. മൂന്നാമത്തെ ആൾ യങ്ങസ്റ്റ് ഡോട്ടർ. ദ ഗേൾ ഐ മെറ്റ് ദ ബീച്ച്. അപ്പോൾ ഈ ആളാണ് എന്ത്? ആ ഗേൾ. ദിസ് ഇസ് എ ഗേൾ. ഹൗ ഇസ് ദ ഗേൾ റിലേറ്റഡ് ടു ആർസ് ഫ്രണ്ട്? ഹൗ ഇസ് ദ ഗേൾ റിലേറ്റഡ് ടു ആർസ് ഫ്രണ്ട്? അപ്പോൾ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ഗേളിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. റിലേറ്റഡ് ടു ആർസ് ഫ്രണ്ട്. അപ്പോൾ ഇതാണ് ഞാനിവിടെ നിന്നിട്ട് എൻ്റെ ആരാണ് ഈ ഗേൾ? എൻ്റെ പാരൻസ്, നമ്മളെ പാരൻസ് റിലേറ്റഡ് അല്ലേ? എൻ്റെ മദറും അവരെ ഫാദറും തമ്മിൽ പാരൻസ് റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മക്കൾ. ഫാദറിൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ നമ്മളെ, ഞാനും എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ ബ്രദറും മക്കളും തമ്മിൽ എന്താണ്? ദേ ആർ കസിൻസ്. അപ്പോൾ അതൊരു ജഡ്ജ്മെൻറ്റ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ഡയറക്റ്റ് ആവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ രണ്ടാമത്തെ രീതിയിൽ ബ്രദർ ഇൻ ലോ എന്നുള്ളതിന് വേറെയും റിലേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. ബ്രദർ ഇൻ ലോ. അപ്പോൾ അതിൽ ആൻസർ നമ്മളിപ്പോൾ എടുക്കുന്നതിൽ കസിൻ ആൻസർ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഓപ്ഷനിൽ കസിൻ അല്ല ആൻസർ ആണെങ്കിൽ വേറെ ബ്രദർ ഇൻ ലോ വേറെ രീതിയിലും കൂടി ചിന്തിച്ചാൽ ആ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റണം. ഓക്കെ, കുറച്ച് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങനെ വരും. 6 members ഓഫ് എ ഫാമിലി ആർ ട്രാവലിംഗ് ടുഗെദർ. അത് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കാം. 6 members ഓഫ് ദ ഫാമിലി ആർ ട്രാവലിംഗ് ടുഗെദർ. ABCDEF 6 ആൾക്കാർ. ബി സൺ ഓഫ് സി. ബി സണ്ണ് ബോക്സിലാക്കാം. സൺ ഓഫ് സി. ബി സൺ ഓഫ് സി ബട്ട് സി ഈസ് നോട്ട് ദ മദർ. അപ്പോൾ സി ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? സി മദർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാദറായി. അപ്പോൾ അത് ഞാൻ എടുത്തു കഴിഞ്ഞു. എ ആൻഡ് സി ആർ മാരീഡ് കപ്പിൾ. അപ്പോൾ എ ഫീമെയിൽ ആവണം. എ ആൻഡ് സി ആർ മാരീഡ് കപ്പിൾ. ഈസ് ബ്രദർ ഓഫ് സി. ഈസ് ബ്രദർ ഓഫ് സി. ഈ ബ്രദർ ഓഫ് സി. ഈ ബ്രദർ ഓഫ് സി. ഡി ഈസ് ഡോട്ടർ ഓഫ് എ. ഡി ഡോട്ടർ ഓഫ് എ. ഡി ഡോട്ടർ ഓഫ് എ ഫീമെയിലാണ്. എഫ് ഇസ് ബ്രദർ ഓഫ് ബി. എഫ് ബ്രദർ ഓഫ് ബി. ബി എവിടെ? ബീൻ്റെ ബ്രദർ എഫ്. ഓക്കെ, ഇത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഹൗ മെനി മെയിൽ മെമ്പേഴ്സ് ആർ ഇൻ ദ ഫാമിലി? ബോക്സിന് എണ്ണം കൗണ്ട് ചെയ്യാൻ 4. ഹൗ മെനി ചിൽഡ്രൻ ഡസ് എ ഹാവ്? ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ പല സ്റ്റുഡൻസും എൻ്റെ നേരത്തായ ഡീനെ മാത്രം കണ്ടിട്ട് ഒരു കുട്ടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എ ആൻഡ് ഡി ആർ മാരീഡ്. അപ്പോൾ എൻ്റെ കുട്ടി മാത്രമല്ല, അവരെല്ലാവരും ഒരേ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതിൽ എത്ര കുട്ടികളുണ്ട്? എ ഈസ് ഹാവിങ് 3 ചിൽഡ്രൻ. വാട്ട് ഈസ് റിലേഷൻ ഓഫ് ഇ ടു ഡി? ഇ ടു ഡി. ഈൻ്റെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് തെറ്റിപ്പോകരുത്. ആൻസർ അങ്ങോട്ട് കൂടെ തിരിച്ചു കഴിഞ്ഞാൽ ആൻസർ മാറും. വാട്ട് ഈസ് റിലേഷൻ ഓഫ് ഇ ടു ഡി? ഡീൻ്റെ ആരാണ് ഇ എന്നാണ് ചോദ്യം. ഡീൻ്റെ ആരാണ് ഇ? ആൻസർ വരുന്നുണ്ടല്ലോ ഇവിടുന്ന്. ഓക്കെ, ഡീൻ്റെ ആരാണ് ഇ? വാട്ട് ഈസ് റിലേഷൻ ഓഫ് ഇ ടു ഡി? എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റെ ആരാണ്? എൻ്റെ ഫാദറിൻ്റെ ബ്രദർ അങ്കിള്. പിന്നെ ഏതാണ്? ഹൂ ഇസ് മദർ ഓഫ് ബി? ബീൻ്റെ മദർ ആരാ? ബീൻ്റെ മദർ എ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ ഒരുവിധം ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് എന്താ പറയുക 0 സ്റ്റെപ്സിലെ ക്വസ്റ്റ്യൻ ഒന്നല്ല നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് മാത്രമല്ല. പോയിന്റിങ് ടൈപ്പാണ് ബ്ലഡ് റിലേഷൻസിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ. അത് തന്നെ ശരിക്കും അതിൻ്റെ പ്രോപ്പർ അപ്രോച്ചിൽ പ്രൊസീജിയർ എല്ലാം ഏത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ക്വസ്റ്റ്യൻസിന് എണ്ണം നമുക്ക് കൂടുതൽ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ 1-2 പ്രാവശ്യം 1-2 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. കുറേ ആൾക്കാർ റെക്കോർഡിങ്സ് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വീണ്ടും ബാക്ക് അടിച്ച് വീണ്ടും അത് പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പോയിന്റിങ് ടൈപ്പിൽ ഇനിയും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് എന്തായാലും എല്ലാ പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ റീസണിങ്ങിൽ മാക്സിമം സ്കോർ ചെയ്യണം. കാരണം ആകെ 4 ടോപ്പിക്കുള്ളൂ. പഠിക്കാൻ ഒരുപാടൊന്നുമില്ല. നമ്മളിന്ന് ഇതുവരെ എടുത്തതിൽ തന്നെ വി ഹാവ് ഓൾമോസ്റ്റ് കവേർഡ് എവറിത്തിങ്. റീസണിങ്ങിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? എന്തോ ഞാൻ പറയാൻ വന്നതിലേക്ക്
പോയിന്റ് മിസ്സായിപ്പോയി. ഇപ്പോൾ റീസണിങ്ങിൽ നമ്മൾ ഇതുവരെ നിങ്ങളുടെ പ്രത്യേകിച്ച് റെക്കോർഡിങ്സ് കാണുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ റീസണിങ്ങിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് പഠിക്കണം. കാൽക്കുലസ് നിങ്ങൾ പഠിച്ചില്ല, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. പക്ഷേ കാൽക്കുലസ് എന്നുള്ളൊരു ഏരിയ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെയാണ് സാർ ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾ, ഇഫ് യു ചൂസ് ടു ലീവ് ദാറ്റ് സെക്ഷൻ, അത് നിങ്ങളെടുക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഡിസിഷനാണ്. അൾട്ടിമേറ്റ്ലി വാട്ട് ദ ഡിസിഷൻസ് യു ആർ മേക്കിംഗ് ഇസ് ഗോയിങ് ടു എഫക്ട് യുവർ ഫ്യൂച്ചർ. എല്ലാ ചെറിയ കാര്യങ്ങളും തന്നെ നമ്മളെടുക്കുന്ന ഡേ ടു ഡേ ബേസിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിൻ്റെ ഫ്യൂച്ചറിനെ ശരിക്കും മാറ്റുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം, ചെറുത് മുതൽ വലുത് വരെ. അപ്പോൾ അതിൽ പക്ഷെ ഞാൻ ഇന്ന് പറയുന്നു, റീസണിങ്ങിൽ ഞാൻ ഇതുവരെ എടുത്തതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ വീണ്ടും വീണ്ടും ഡെഫിനറ്റായിട്ട് വാച്ച് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് പഠിക്കണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ഓരോരോ ടൈപ്പായിട്ട് എടുത്ത് കാറ്റഗറൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പും നിങ്ങൾ ചെയ്ത് പഠിക്കണം. റീസണിങ്ങിൽ ഔട്ട് ഓഫ് 20 നമുക്ക് 15 മിനിമം സ്കോർ ചെയ്യണം. ഒരു കോംപ്രമൈസ് അതിൽ പാടില്ല. ദിസ് ടൈം ഇസ് എനഫ്. ഈ ഒരു സമയം മതി. മാത്സ് ഒക്കെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട്, ഇപ്പം നിങ്ങൾക്ക് 40, 20, 30 സ്കോർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മാത്സ് എന്ന് പറയുന്നത് സ്കിൽ ഓറിയൻറ്റഡ് ആണ്. ആ സ്കില്ല് ബിൽഡായി വരാൻ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നതും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്നതും റീഅറേഞ്ച് ചെയ്യുന്നതും ഫൈനൽ ആൻസറിൽ എത്തിക്കുന്നതിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ സ്കിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ്. അപ്പോൾ ആ സ്കില്ല് ബിൽഡ് ചെയ്ത് വരാൻ സമയം എടുക്കും. പക്ഷേ മാത്തമാറ്റിക്കൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന് ലോജിക്കൽ റീസണിങ്ങിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാവരും മാക്സിമം ചെയ്യുക. 15 മാർക്ക് നമുക്ക് എന്തായാലും റീസണിങ്ങിൽ നിന്ന് കിട്ടണം. ഓക്കെ, ബാക്കി സ്റ്റാറ്റ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാം. 6 ചാപ്റ്റർ അല്ല, നമുക്ക് ഉച്ചയ്ക്ക് രാത്രി വരെ സമയമുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ 1:15, 2 മണിയാണ് സമയം കാണുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ലഞ്ച് ഇവിടെ പ്രൊവൈഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. പക്ഷേ നിങ്ങൾ മാക്സിമം 1 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എത്താൻ നോക്കാം. ഞാനും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 മണിയല്ല 2 മണി കേട്ടോ, 1:15 2 മണി. വിചാരിക്കുന്നു. ഇവിടെ ചാറ്റിൽ കാര്യമായിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ക്ലാസ് തുടങ്ങാണ്. ഇതുവരെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ വന്നാണ് ക്ലാസ് തുടങ്ങാണ്. ഇപ്പോൾ സ്റ്റാറ്റി തുടങ്ങാണ്. സ്റ്റാറ്റിയിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇന്ന് രാത്രി 9 വരെ ടൈമുണ്ട്. അതിനുള്ളിൽ നമുക്ക് എടുക്കാവുന്ന അത്രയും നമുക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സ് എല്ലാ ചാപ്റ്ററും കവർ ചെയ്തു, റീസണിങ് എല്ലാ ചാപ്റ്ററും കവർ ചെയ്തു. സോ സ്റ്റാറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ളത് പക്ക ഒരു തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തിയറി തന്നെയാണ് വരുന്നത്. പ്ലസ് അതിൽ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ലൈക്ക് എക്സസൈസും പ്ലസ് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് അത് നമുക്ക് അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം എന്ന രീതിയിൽ തന്നെയാണ് ഈ ചാപ്റ്റർ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മെസ്സേജിൽ ഇവിടെ എന്തൊക്കെയോ മെസ്സേജ് ഉണ്ട്. ഇതിൽ നമ്മളെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ നോക്കട്ടെ. സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ഞാനൊന്നും കാണുന്നില്ല. ഇതിൽ വേറെ എന്തൊക്കെയോ മെസ്സേജസാണ് കാണുന്നത്. സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വേറെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് തുടങ്ങാം. എല്ലാവരും എത്തിയിട്ടുണ്ടോ? രാവിലെ ലൈവിലുണ്ടായിരുന്ന ആളുകൾ കുറേ പേര് രാവിലത്തെ ലൈവിലുണ്ട്. അവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം. തുടങ്ങാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ എന്താണ്? ഇവിടുന്ന് ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് മുതൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ മുതൽ അങ്ങോട്ട് നമ്മൾ മെറ്റീരിയൽ ഡെഫിനിഷൻ മുതൽ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിലെടുക്കുന്ന സമയത്ത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഡാറ്റന അതിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ പ്ലൂറൽ ഫോം. യെസ്, ഹായ്, ആളുകൾ ഇപ്പോഴാണ് മെസ്സേജ് വന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ബുക്കിൽ പറയുന്ന പ്രകാരം അതിൻ്റെ ജനറൽ ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഭവത്തിനെ കുറിച്ച് ജനറലായിട്ട് പറയാമെന്ന് പറയില്ലേ, ജനറലായിട്ട് പറയാമെന്ന് പറയുന്ന പോലെ പറയുന്നതാണ് ജനറൽ ഫോം.
അപ്പോൾ അതിൽ ഇറ്റ് ഇസ് ഡാറ്റ കളക്റ്റഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഓർ ക്വാളിറ്റേറ്റീവ്ലി ടു ഡു അനാലിസിസ് ആണ് ജനറൽ ഫോം. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു സയൻറ്റിഫിക് മെത്തേഡ് ദാറ്റ് ആർ യൂസ് ഫോർ കളക്ടിങ്, അനലൈസിങ് ആൻഡ് പ്രസൻറ്റിംഗ് ഡാറ്റ ആൻഡ് ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് റീസണിങ്. ഇതാണ് സ്പെസിഫിക് ഡെഫിനിഷൻ. അപ്പോൾ ഇത് രണ്ട് ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് എല്ലാ പോയിൻറ്റ്സിൻ്റെ ബേസിൽ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഒറിജിൻ ഓഫ് ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇതേപോലെ തന്നെ ഒറിജിൻ ഓഫ് ദ വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ എന്നത് വന്നിരിക്കുന്ന വേർഡാണ് സ്റ്റാറ്റസ്, ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റ, ജർമ്മൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫ്രാൻസിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കു എന്ന വർക്കുകളാണ് ഒറിജിൻ ഓഫ് ദ വേർഡ് ഉള്ളത്. ഹിസ്റ്ററി ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. അപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കതിൻ്റെ അപ്ലിക്കേഷൻസ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്, എക്കണോമിക്സിൽ വരുന്നുണ്ട്, ബിസിനസ് മാനേജറിൽ വരുന്നുണ്ട്. ആവശ്യമുള്ള എക്സ്പ്ലനേഷൻ കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഞാൻ അതിലേക്ക് വരുള്ളൂ. നമുക്ക് സമയം വളരെ കുറവാണ്. ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീലിംഗ് വിത്ത് അഗ്രിഗേറ്റ് ഡാറ്റ. അപ്പോൾ നമ്മളൊരു ബ്ലഡ് റിപ്പോർട്ട് കണ്ടു, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ CA ഫൗണ്ടേഷൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, അതിലൊക്കെ അഗ്രിഗേറ്റ് ഡാറ്റയിലാണ് വരിക. ഇത്ര ആൾക്കാർക്ക് ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ പാസ്സായി, അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ഇത്ര ഉണ്ടായിരുന്നു, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇത്ര ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. ആൻഡ് ഐ എം നോട്ട് ദ പേഴ്സൺ. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല. ഫിജാസ് somebody else will be giving you a reply. അപ്പോൾ ഇതിൽ ടൈപ്സ് ഓഫ് ഞാൻ പറഞ്ഞു, ഒന്ന് അഗ്രിഗേറ്റ് ഡാറ്റ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, നോട്ട് ഇൻഡിവിജ്വൽ ഡാറ്റ. പിന്നെ നമ്മൾ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഡീലിംഗ് വിത്ത്, ആ വാക്കിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഡീൽ ചെയ്യുന്നത് CA ഫൗണ്ടേഷനിൽ 4 പേപ്പേഴ്സിൽ 3ാമത്തെ പേപ്പറായിട്ടുള്ള ബിസിനസ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്ന പേപ്പറാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ് ഡീൽ ചെയ്യുന്നത്. ബട്ട് ഐ എം ഓൾസോ കൺസേൺഡ് റിഗാർഡിങ് യുവർ പെർഫോമൻസ് ഇൻ അതർ പേപ്പേഴ്സ്, അക്കൗണ്ട്സിൽ, ലോയിൽ, അതേപോലെ ഈ പേപ്പർ കൂടാതെ വരുന്ന അക്കൗണ്ട്സിലോ എക്കണോമിക്സ്, ഇതിൻ്റെ 3എണ്ണത്തിന് നിങ്ങളുടെ പെർഫോമൻസിൽ ഞാൻ കൺസേൺഡ് ആണ്. കാരണം അതിനും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഗ്രിഗേറ്റ് എന്നുള്ള സാധനം വരുന്നുണ്ട്. ഇപ്പോൾ 200 മാർക്സ് അഗ്രിഗേറ്റ് വരണം. അപ്പോൾ അതിൽ ഞാൻ കൺസേൺഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക തിയറി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് കൺസേൺഡ് വിത്ത് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തും കൂടെ വരും, കൺസേൺഡ് വിത്ത് എന്ന് പറയുമ്പോൾ എന്തും കൂടെ വരും, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും കൂടെ വരും. ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഡീലിങ്ങും കൺസേൺഡ് 2 വാക്കാണ്. ഡീൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ചെയ്യുന്നത്, കൺസേൺഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രോഡായിട്ട് പറയുമ്പോൾ ഐ എം കൺസേൺഡ് റിഗാർഡിങ് യുവർ പെർഫോമൻസ് വിത്ത് അക്കൗണ്ട്സ് ബട്ട് ഐ എം ഡീലിംഗ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ അത് ആ ഡീലും കൺസേൺ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. പിന്നെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആർ ബേസ്ഡ് ഓൺ അപ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് പ്രൊജക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസ് മാറിക്കഴിഞ്ഞാൽ, മുന്നോട്ട് പോകുന്ന കണ്ടീഷൻസ് മാറിക്കഴിഞ്ഞാൽ പ്രൊജക്ഷൻസ് മാറി വരും. സാമ്പിളിംഗ് പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ഇൻപ്രോപ്പർ റിസൾട്ട്സ്. അപ്പോൾ അവിടെ ഈ ഒരു സ്ഥലത്ത് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഇറ്റ് ഈസ് ഡീലിംഗും കൺസേണും നമ്മളെ ക്വസ്റ്റ്യൻ, അവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഡാറ്റ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ്. ചെറിയ പോയിന്റ്സ് ആണ്, പക്ഷേ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡാറ്റ ടൈപ്പ് ഓഫ് ഡാറ്റയിൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന സാധനം പ്രൈമറിയാണ്. ഞാൻ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന പ്രൈമറി, അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്ത ഡാറ്റ രണ്ടാമത് ഉപയോഗിക്കുന്ന സെക്കൻഡറി. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യം കളക്ട് ചെയ്യുന്ന എല്ലാം പ്രൈമറി. അപ്പോൾ ഇത് എങ്ങനെ കളക്ട് ചെയ്താലും, അത് ഇൻ്റർവ്യൂ മെത്തേഡിലൂടെ കളക്ട് ചെയ്താലും ശരി, പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ കളക്ട് ചെയ്താലും ശരി, ഫോണിലൂടെ കളക്ട് ചെയ്താലും, നമ്മളൊരു എക്യുപ്മെൻറ്റ് വെച്ച് കളക്ട് ചെയ്താലും, എങ്ങനെ ചെയ്താലും ഡയറക്റ്റായിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഡാറ്റ പ്രൈമറിയും ഈ ഡാറ്റ വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് മാറും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് വേരിയബിൾ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ട്, ആൻഡ് ദെൻ യു ഹാവിങ് കണ്ടിന്യൂസ് വേരിയബിൾ. ഇതും ഇതേപോലെ ഇതിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. അതിൻ്റെ ബേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ വാല്യൂസ്. 1, 2, 3, 4, 5 ഇതാണ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ വാല്യൂസ്. അതിനല്ലെങ്കിൽ നമുക്ക് ഇൻഡിജർ വാല്യൂസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളാണ് നമ്പർ ഓഫ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ. ഒരു പൂവിൽ നമ്പർ ഓഫ് പെറ്റൽസിൽ അതിൻ്റെ എണ്ണം എന്താണ്, കറക്റ്റ് ഇൻഡിജർ അല്ലേ. ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഡെസിമൽ വാല്യൂ വരില്ലല്ലോ. ഇറ്റ് വിൽ ബി കറക്റ്റ് ഇൻഡിജറാണ്. അതാണ് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാവുന്ന നമ്മളൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസാണ് കണ്ടിന്യൂസ് വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ, നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത് ഫൈനായിട്ട് ഇൻഡിജറായിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് എടുക്കുന്നു. അതല്ലാതെ വരുന്ന ഡെസിമൽ കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നു. എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അപ്രോച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ചോദ്യത്തിൽ വരുന്നു നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി. നമ്പർ ഓഫ് ഷെയർസ് അതെന്തായിട്ട് മാറും, ഡിസ്ക്രീറ്റ് ആയിട്ട് മാറും. നേരെ മറിച്ച് ഷെയറിൻ്റെ പ്രൈസ് പറഞ്ഞാലോ അതിൽ ഡെസിമൽ വാല്യൂ വരും, അതെന്തോ കണ്ടിന്യൂസ് ആവും. സോ ഷെയർ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ. നമ്പർ ഓഫ് ഷെയർസ് ഡിസ്ക്രീറ്റ് ഫൈനൈറ്റ് ആണ്,
അതിൽ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കണം. തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് തിയറിയാണ് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എടുക്കുന്നത് ക്ലിയർ ആയിട്ട് എടുക്കാം. ഇനി ഇൻ്റർവ്യൂ മെത്തേഡ്, കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റൻ്റെ ഓരോരോ മെത്തേഡായിട്ടാണ് പറയുന്നത്. ഇൻ്റർവ്യൂ മെത്തേഡിൽ എടുക്കുന്ന ഒന്ന് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലേക്ക് ഒരാളെടുക്കുന്നു. എങ്ങനെ എടുക്കുക? ഒരു ഇൻ്റർവ്യൂ വെക്കൂലേ, ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ആൾ മെയിൽ അയക്കാൻ പറയും, CV മെയിൽ അയക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ മേ ബി ഇരിക്കും. ആൻഡ് ദെൻ ഫൈനലി അൾട്ടിമേറ്റ് സെലക്ഷന് മുന്നേ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂ അങ്ങനെ ഡയറക്റ്റ് എടുക്കുന്ന സാധനമാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് ഡോർ ടു ഡോർ സർവേ ഇതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സർവേ ഒരു എക്സാമ്പിളാണ് നാച്ചുറൽ കലാമിറ്റി. അതെന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. നാച്ചുറൽ കലാമിറ്റി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചെന്നിരിക്കാം. ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ഭൂമി കുലുക്കുണ്ടായി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടർമാർ മയക്കം കൊണ്ട് ആരടുത്തൊക്കെ പോകുന്നത്? ഈ പാവം വീട് നശിച്ചു പോയ ആളടുത്ത് പോയി ചോദിക്കും, സാറേ എങ്ങനെയുണ്ട് സാറിൻ്റെ അവസ്ഥ? എന്ത് ചോദിക്കാനാ? വീട് നശിച്ചിരിക്കുന്ന ആളത്ത് ഒരു എങ്ങനെയുണ്ട് അവസ്ഥ എന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അയാളുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. പക്ഷേ ഇതാണ് നമ്മൾ കാണുന്നത്. നാച്ചുറൽ കലാമിറ്റി നടന്നാൽ ഈ റിപ്പോർട്ടേഴ്സ് മയക്കം കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നാച്ചുറൽ കലാമിറ്റി നടക്കുന്ന സമയത്ത് ആ ആളുടെ തന്നെ പോയി ചോദിക്കുന്നതുകൊണ്ടാണ് അതിനെന്ത് വരുന്നത്? ഇൻ്റർവ്യൂ മെത്തേഡിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ എക്സാമ്പിളായിട്ട് ബുക്കിലെടുത്ത എക്സാമ്പിളാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലെടുത്ത എക്സാമ്പിൾ ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ എക്സാമ്പിൾ റെയിൽ ആക്സിഡൻറ്റ് എടുത്തിട്ടുണ്ട്. റെയിൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ അപകടം നടന്നു. അപ്പോൾ ഇത് ക്ലാസ്സിൽ പറയുമ്പോൾ സ്റ്റുഡൻസ് പറയുന്നത് എന്താ വെച്ചാൽ, സാറേ റെയിൽ അപകടം നടന്നവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, പിന്നെ അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അതൊരു എക്സ്പ്ലനേഷൻ ആവാം. അപ്പോൾ റെയിൽ ആക്സിഡൻറ്റ് അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ദേ വോണ്ട് ബി സ്റ്റാൻഡിങ് ദർ അല്ലേ. അവർ യാത്രക്കാരാണ്. റെയിൽവേ അപകടം നടന്നു കഴിഞ്ഞാൽ അവരവരെ വീട്ടിലേക്ക് പോകില്ല, അടുത്ത ട്രെയിൻ കയറി പോകില്ലേ. നോബഡി ഈസ് ഗോയിങ് ടു സ്റ്റാൻഡ് ദർ. അപ്പോൾ പിന്നെ ഈ അപകടത്തിനെ കുറിച്ച് ആരാ ചോദിക്കുക? ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്ന അവിടുത്തെ ആ റെയിൽവേ പോലീസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ സ്റ്റേഷൻ മാസ്റ്റേഴ്സിൻ്റെ അടുത്തോ പോയിട്ടാണ് സംസാരിക്കുന്നത്. സോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ പോലീസുകാർ വരുന്നു. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടല്ല, നിങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാവാം വീട്ടിൽ നിങ്ങൾ അന്വേഷിച്ച് പോലീസുകാർ വരുന്നു. നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾ കോളേജിലാണ് അല്ലെങ്കിൽ നിങ്ങൾ CA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പാരൻസിനോട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതേപോലെ ചെയ്യാവുന്ന ഒന്നാണ് ഇൻ്റർവ്യൂ മെത്തേഡ് തന്നെ പേരുന്ന ടെലിഫോണിക് ഇൻ്റർവ്യൂ. ഫോൺ വിളിച്ച് ചോദിക്കും. നമുക്ക് എപ്പോഴും കോൾ വരാറില്ലേ, ലോൺ വേണോ, അത് വേണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് വരുന്ന കോൾ എന്തായിരിക്കും? ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്യണോ എന്ന് ചോദിച്ചുള്ള കോളുകൾ ഒരുപാട് വരുന്നുണ്ടാവും. സിമിലർ ആണ്. അപ്പോൾ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് ഓരോ ഇതേ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മെയിൻലി ക്വസ്റ്റ്യനെയർ മെത്തേഡ് പറയുന്നത് വെൽ ഡ്രാഫ്റ്റഡ് സൗണ്ട്ലി സീക്വൻസ് ക്വസ്റ്റ്യനെയർ. അതിലെല്ലാ ആസ്പെക്ട്സും കവറിങ് ഓൾ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് സെൻഡ് ടു ദ ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടൻറ്റ് ഫോർ ഫില്ലിംഗ്. അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു. ഒരു പ്രിൻറ്റഡ് ഫോമിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ട് ആൾ ഫില്ല് ചെയ്യുന്ന രീതിയായിരുന്നു. ഇപ്പോൾ അത് എന്തായിട്ട് മാറി? ഇപ്പോൾ ഗൂഗിൾ ഫോമാണ്. ഗൂഗിൾ ഫോം വരും. ആ ഗൂഗിൾ ഫോമിൽ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയല്ല വരിക, വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കും, സൗണ്ട്ലി സീക്വൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രോപ്പർ ഓർഡറിലാണ് ഉണ്ടാവുക. പ്രോപ്പർ ഓർഡർ ഇപ്പോൾ നിങ്ങളാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ, ഇങ്ങനെ ആ ഒരു പ്രോപ്പർ ഓർഡറിൽ തന്നെയാണ് അവിടെ വരിക. അപ്പോൾ അതാണ് പറഞ്ഞത് സൗണ്ട്ലി സീക്വൻസ്. അതിലെല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യനെയർ വരുന്നത്. നമുക്കത് പണ്ട് പ്രിൻറ്റഡ് ഫോമിലാണ്, നമ്മൾ മെറ്റീരിയൽ എപ്പോഴും പ്രിൻറ്റഡ് ഫോമിലെ രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വരുന്നു, നമ്മളത് ഫില്ല് ചെയ്ത് തിരിച്ചയക്കുന്നു. ഒബ്സർവേഷൻ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്പീഡ് പോകണം, അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്തില്ല. ഒബ്സർവേഷൻ മെത്തേഡ് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു എക്യുപ്മെൻ്റ് ആയിട്ട് വരിക ഈ ക്ലാസ്സിലേക്ക്, ഒരു ക്ലാസ്സിൽ ഇതിപ്പോൾ നമ്മൾ ഓൺലൈനാണല്ലോ, ആക്ച്വൽ ക്ലാസ്സിലേക്ക് നമ്മളൊരു വെയിങ് മെഷീനായിട്ട് പോകുന്നു. എന്നിട്ട് എല്ലാ സ്റ്റുഡൻസിനോടും എല്ലാത്തിനും വെയിറ്റ് എടുക്കാൻ തന്നെ ഓരോരുത്തരെ വെയിങ് മെഷീനോട് കയറ്റി ഞാൻ വെയിറ്റ് എടുക്കുന്നു. ഇതെന്ത് മെത്തേഡാണ്? ഒബ്സർവേഷൻ മെത്തേഡാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടറെ ചെത്ത് വെച്ചിട്ട് നോക്കും, ശ്വാസം എടുക്കും, ശ്വാസം വിട്, ഇങ്ങനെ നമ്മൾ ശ്വാസം എടുക്കാൻ വിടാനും വരും, ബാക്കിൽ തിരിഞ്ഞിരിക്കാൻ വരും, എന്നിട്ട് ശ്വാസം എടുക്കാൻ വിടും. ഇതെന്താ? ഒബ്സർവേഷൻ മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടോ, ഒന്നെങ്കിൽ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ നേരിട്ടും പറയാം. ചില ഡോക്ടേഴ്സൊക്കെ കണ്ടാൽ തന്നെ പറയാം കുട്ടിക്ക് സുഖമില്ല എന്ന് പറയും, ഒന്ന് ചെക്ക് ചെയ്ത് തന്നെ പറയും. അപ്പോൾ അങ്ങനെ ഒബ്സർവേഷൻ മെത്തേഡ് ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ക്വസ്റ്റ്യനെയർ ഫിൽഡ് ആൻഡ് സെൻഡ് ബൈ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ സാധനം ഫില്ല് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ ആളുകൾ വരാറുണ്ട് സർവേസിൽ ഇല്ല, വീട്ടിലാൾ വരും, എന്നിട്ട് ചോദിക്കും വീട്ടിൽ എത്ര ആളുണ്ട്, അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചോദിച്ച് ഫില്ല് ചെയ്ത് അയക്കുന്ന സാധനമാണ് ക്വസ്റ്റ്യൻ ഫിൽഡ് ആൻഡ് സെൻഡ് ബൈ എന്യൂമറേറ്റർ. ഇനി ഇതിൻ്റെ എല്ലാ സാധനം കൂടെ ഞാനൊരു ടേബിളാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കുക, ടേബിൾ ഒന്ന് ജസ്റ്റ് വായിക്കാം. ഓരോ കാറ്റഗറി ഇത് ക്ലാസ്സിൽ ഞാൻ നോക്കാൻ പറഞ്ഞ സമയത്ത് ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് എന്താണെന്നുള്ള ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. പോയിൻറ്റ്സ് എൻ്റെ ടേബിളർ ഫോമിലേക്ക് മാറ്റിയെന്നുള്ളൂ.
പാരാമീറ്റേഴ്സ് എന്തൊക്കെ? അക്യുറസി, കവറേജ്, നോൺ റെസ്പോൺസീവ്നെസ്. അക്യുറസി, കവറേജ്, നോൺ റെസ്പോൺസീവ്നെസ്. അക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പേഴ്സണൽ ഇൻ്റർവ്യൂ നേരിട്ട് ഒരാളെ വിളിച്ചു കാര്യങ്ങൾ ചോദിക്കുന്നു, അയാൾ കളവ് പറയാനുള്ള സാധ്യത കുറവാണ്. നേരിട്ടിട്ടോ. ഫോൺ ചെയ്യുമ്പോഴോ, ഹലോ സാർ എവിടെയുള്ള? ഞാൻ എറണാകുളത്ത്. ഞാൻ എവിടെയുള്ള? കോഴിക്കോട്. പക്ഷേ അങ്ങനെ ആൾക്കാർ പറയില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അക്യുറസിയിൽ ഇപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂവിൽ എന്തായിരിക്കും? വളരെ കുറവാണ്. കാരണം കളത്രം പറയും, ആൾക്കാർ പെട്ടെന്ന് കളത്രം പറയും. അപ്പോൾ അക്യുറസി അവിടെ കുറവാണ്. നേരിട്ടാണെങ്കിലോ, ഇപ്പോൾ എന്നെ ഇവിടെ ഒരാളെന്നെ കണ്ടിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ എറണാകുളത്തൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ അടുത്ത് തുടങ്ങി പോകുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് അക്യുറസി ഹൈ ആയിരിക്കും. പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ, ടെലിഫോണിക് ഇൻ്റർവ്യൂവിൽ അത് ലോ ആണ്. അങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിലാക്കിയെടുക്കും. ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരടുത്തൊന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ സത്യം തന്നെ പറയാൻ പറ്റുള്ളൂ, അത് ഹൈ ആണ്. മെയിൽഡ് ക്വസ്റ്റിനെയറിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നത് അത് അക്യുറസി ഹൈ ആയിരിക്കും. ഒബ്സർവേഷൻ മെത്തേഡ് ഡയറക്റ്റ് എടുക്കും, അക്യുറസി ഹൈ ആയിരിക്കും. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതും നമുക്ക് ഒന്നായിരം ടേബിൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ കഴിയില്ല. തിയറി മൊത്തത്തിൽ ബൈഹാർട്ട് ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും. കവറേജ്, പേഴ്സണൽ ഇൻ്റർവ്യൂ വീടാന്തരം കയറി എടുക്കുന്ന സ്ഥലത്ത് കവറേജ് കുറവാണ്. ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ ഇതേപോലെ കയറി ഇറങ്ങുന്ന സമയത്ത് കവറേജ് കുറവാണ്. ടെലിഫോണിക്കിൽ ഹൈ ആണ്, കാരണം വിളിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് ആൾ ചോദിക്കാം. മെയിൽഡ് ക്വസ്റ്റിനെയറിൽ ഹൈ ആണ്. ഒബ്സർവേഷൻ മെത്തേഡ് എക്യുപ്മെൻ്റ് ആയിട്ട് വരുന്നു. ചെയ്യുന്ന സമയത്ത് നമുക്ക് കവറേജ് ഏരിയ കൂടുതൽ ആളുകൾക്ക് എത്തുന്നത് കുറയും. നോൺ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ, നോൺ റെസ്പോൺസീവ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ അതിന് മറുപടി കിട്ടാത്തതിനാണ് നോൺ റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. നോൺ റെസ്പോൺസീവ്നെസ്. പേഴ്സണലായിട്ട് ഒരാൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഹാസ് ടു റെസ്പോണ്ട്. ഇല്ലേ, നിനക്ക് വേണോ അല്ലെങ്കിൽ വേണ്ടേ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറയും. നേരെ ദിവസം നമ്മളൊരാൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, അയാൾ കണ്ടോന്നും പറയാൻ പറ്റില്ല. ബ്ലൂടൂത്ത് കൂടെ ഓഫ് ആയി കഴിഞ്ഞാൽ അയാൾ കണ്ടോന്ന് പോലും അറിയാൻ പറ്റും. അപ്പോൾ റെസ്പോൺസ് കിട്ടുന്ന കാര്യം സംശയമാണ്. അപ്പോൾ അതാണ് അവിടെ ടെലിഫോണിക് ഇൻ്റർവ്യൂ നിങ്ങൾ അതുകൊണ്ട് കമ്പയർ ചെയ്താൽ നോൺ റെസ്പോൺസിന് എപ്പോഴും ഹൈ ആയിരിക്കും. വിളിച്ചാലും ചിലപ്പോൾ എടുക്കൂല, എടുത്താലേ നമുക്ക് റെസ്പോൺസ് കിട്ടുള്ളൂ. യെസ് ഓർണെന്ന് കാരണം ആൾ എടുക്കണ്ടേ. എടുക്കാതിരിക്കുന്നതാണ് നോൺ റെസ്പോൺസീവ്നെസ്. ഓക്കെ, അപ്പോൾ അത് ഹൈ ആണ്. മെയിലിലും ഹൈ ആണ്, കാരണം മെയിൽ വന്ന് കിടക്കണ്ടാവും. ഇപ്പോൾ നമ്മൾ ജിമെയിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെയിലുകൾ വന്ന് കിടക്കണ്ടാവും റെസ്പോണ്ട് ചെയ്യാത്ത. അപ്പോൾ നോൺ റെസ്പോൺസിന് എപ്പോഴും ഹൈ ആണ്. ഒബ്സർവേഷൻ മെത്തേഡിൽ കുറവാണ്, കാരണം നേരിട്ട് നോക്കി നമ്മൾ മെഷീനറി വെച്ചിട്ട് അല്ലെങ്കിൽ നേരിട്ട് നോക്കി ചെയ്യുന്ന സമയത്തോടെ നോൺ റെസ്പോൺസിന് കുറവായിരിക്കും. കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് എന്ത് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. ഇനി സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ ആയിട്ട് 4 പറയുന്നുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ എടുക്കുന്നത്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് നമ്മളെല്ലാവരും ഇതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ ഡെയിലി ബേസിൽ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതാ ആദ്യം പ്രിഫർ ചെയ്യുക? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ. അതേപോലെ നമ്മൾ ബാങ്കിങ് റിലേറ്റഡ് എന്തെങ്കിലും നമ്മൾ ആരാണ് പ്രിഫർ ചെയ്യുക? റിസർവ് ബാങ്കിനെ പ്രിഫർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ കാര്യങ്ങൾ സോഴ്സ് ഓഫ് ഡാറ്റ പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ പ്രിഫേർഡ് ഓർഡർ. അപ്പോൾ വിച്ച് ഇസ് എ ബെസ്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ 4 തന്നിട്ട് വിച്ച് ഇസ് എ ബെസ്റ്റ് മെത്തേഡ് ഓഫ് സോഴ്സ് ഓഫ് ഡാറ്റ വെച്ചാൽ ഇൻ്റർനാഷണൽ സോഴ്സാണ് ഏറ്റവും ബെറ്റർ. അവിടെ നിന്ന് താഴത്തേക്കാണ് എടുക്കുക. റിസർച്ച് പേപ്പേഴ്സ് പറയുന്നത് ഇപ്പോൾ ചില റിസർച്ച് നടക്കാറുണ്ട്, എത്ര മണിക്കൂർ ഉറങ്ങണം? ചില ആൾക്കാർ 6, ചില ആൾക്കാർ 7, ചില ആൾക്കാർ 8, ചില ആൾക്കാർ 4 മണിക്കൂറും 1/2 മണിക്കൂർ ഉറങ്ങിയാൽ എന്നൊക്കെ പറയുന്ന റിസർച്ചൊക്കെ ഉണ്ട്. പല രീതിയിൽ പല ആളുകളും പലതും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റിഫയബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ആദ്യം നോക്കുക? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് പറയുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഓർഡർ. ഈ ഓർഡറിലാണ് നമ്മൾ ഡാറ്റ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി എന്തിന് ഡാറ്റ ക്ലാസിഫൈ ചെയ്യണം? കുറച്ച് സ്പീഡ് പോകണം. എന്തിന് ഡാറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം? കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്, കോംപ്ലിക്കേറ്റഡ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അനാലിസിസ് ചെയ്യണം. ആദ്യം ടേബിൾ വേണം. ടേബിൾ വരച്ചാലേ നമുക്ക് എന്തിലേക്ക് പറ്റും? ഡയഗ്രത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഈ വാട്ട് ടു സ്ക്രൂട്ടിനി ഓഫ് ഡാറ്റ തിയറി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ട്രെയിൻ കൂടുതലാണ്. ഐ ഹാവ് ടു കീപ്പ് ഓൺ ടോക്കിംഗ്. സ്ക്രൂട്ടിനി ഓഫ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ചെക്കിങ് അക്യുറസി, കൺസിസ്റ്റൻസി. എന്താണെന്ന് മനസ്സിലാക്കുക. അക്യുറസീൻ്റെ ഉദാഹരണം ഞാൻ എടുത്ത് 10 ഡിജിറ്റ് വേണം മൊബൈൽ നമ്പർ. നിങ്ങളൊരാളെ നമ്പർ വെച്ചു, അവരൊരു നമ്പർ ഒഴിവാക്കി 9 തോന്നുന്നു, വിളിച്ചാൽ കിട്ടുമോ? ഇല്ല, അത് ഇൻഅക്യുറേറ്റ് ആണ്. നേരെ മറിച്ച് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് അതിൽ ഡേറ്റ് ഓഫ് ബർത്തും ഏജും ഉള്ളൊരു ഫോം ഫില്ല് ചെയ്യാൻ വിചാരിക്കാം. ബാങ്കിൽ ഫോം ഫില്ല് ചെയ്യുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് അതിൽ ചോദിക്കുന്നുണ്ട്, ഏജ് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാളെ ഡേറ്റ് ഓഫ് ബർത്ത് 2000-ലാണ് ഇയാൾ ജനിച്ചത്. അയാൾ ഏജ് 25 എഴുതി. ശരിയാവോ? ഇല്ല. അതെന്താണ്? ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. എങ്ങനെ വേണം? നമുക്ക് കിട്ടുന്ന ഡാറ്റയിൽ അവർ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അതാണ് 3ാമത്തെ പോയിൻ്റ്. ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. ഇനി പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഒബ്ജക്റ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എത്ര ടൈപ്പ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ഒന്നാമത്തത് ടൈം ബേസ്ഡ്, ടൈം സീരീസ് അല്ലെങ്കിൽ ക്രോണോ. വാച്ചിൻ്റെ കേസിലൊക്കെ നല്ല നല്ല വാച്ചിൻ്റെ കേസിലൊക്കെ പറയാറുണ്ട് ക്രോണോ ഉള്ള വാച്ച് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ടൈം ബേസ്ഡ് ആയിട്ടുള്ള തന്നെ ഉപയോഗിക്കുന്ന പേരാണ് ക്രോണോ എന്നുള്ളത്. ക്രോണോളജിക്കൽ, ടെമ്പറൽ ഓർ ടൈം സീരീസ്. പേര് ഓർക്കണം. ക്രോണോളജിക്കൽ, ടെമ്പറൽ ഓർ ടൈം സീരീസ് എന്നുള്ളത്
ടൈം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ടൈം ബേസ്ഡ് സെയിൽ ഓഫ് എന്തെങ്കിലും ഒരു സാധനത്തിന് ടൈം ബേസ്ഡ് സെയിൽ, ഇയർലി സെയിൽ. ഇത് ക്രോണോളജിക്കലാണ്. ജിയോഗ്രഫിക്ക് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സൈലത്തിന് കോഴിക്കോട് ബ്രാഞ്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എറണാകുളത്ത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ജോഗ്രഫിക്കലായിട്ട് സ്പേസ് ടൈം ഏരിയ ബേസ് പറയുന്നതിന് ജോഗ്രഫിക്കൽ എന്ന് പറയും. ഈ രണ്ടാമത്തെ ഈ രണ്ട് പേര് 3-4 പേര് മാറിപ്പോരുത്. ക്വാളിറ്റേറ്റീവ് ഓർ ഓർഡിനൽ പേര് മാറരുത്. ക്വാളിറ്റേറ്റീവ് ഓർ ഓർഡിനൽ, ക്വാണ്ടിറ്റേറ്റീവ് ഓർ കാർഡിനൽ പേര് മാറരുത്. ഒന്നുകൂടി പറയാം, അതൊന്ന് സ്ട്രെസ് ചെയ്ത് വെച്ചാൽ പേര് മാറിപ്പോകാറുണ്ട്. പേര് മാറരുത് ഞാൻ പറയുന്നത് സ്റ്റുഡൻസിനോട് പേര് മാറിപ്പോകുന്നതാണ് ഞാൻ പേര് മാറരുതെന്ന് പ്രത്യേകം പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ഓർ ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം ആട്രിബ്യൂട്ട്, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ മെഡൽ കിട്ടുന്ന ആളുകളെ ബേസ് ചെയ്തിട്ട് പറയുന്നത് എത്ര ആൾക്ക് ഏത് രാജ്യത്തിന് എത്ര മെഡൽ കിട്ടി, നമുക്ക് എത്ര ഗോൾഡ് മെഡൽ കിട്ടി, എത്ര സിൽവർ മെഡൽ കിട്ടി എന്ന രീതിയിൽ പറയുന്ന സാധനത്തിനാണ് നമ്മളെന്ത് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഓർ ഓർഡിനൽ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഓർ കാർഡിനൽ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ വാല്യൂസ്, സം നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സിൻ്റെ ബേസിൽ. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാണ്. ക്വാളിറ്റേറ്റീവ് ബേസ്ഡ് ഓൺ സം ആട്രിബ്യൂട്ട്, സ്വഭാവം. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നല്ലവനാണോ ചീത്താണെന്നല്ല കേട്ടോ അവിടെ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്. ആട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒളിമ്പിക് ഗോൾഡ് മെഡൽ, ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നത് ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, അതിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അവിടെ പ്രൈസ് കൊണ്ടല്ലല്ലോ, ഗോൾഡിൻ്റെ സിൽവറിന് ബ്രോൺസിൻ്റെ പ്രൈസിനല്ലല്ലോ അവിടെ. അതൊരു ക്വാളിറ്റി അല്ലേ. എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി എന്നൊരു ക്വാളിറ്റി അല്ലേ. അപ്പോൾ നിങ്ങൾ CA ഫൗണ്ടേഷൻ എക്സാം എഴുതി, ഞാനാണ് ഇവിടുത്തെ ടോപ്പർ, അതൊരു ക്വാളിറ്റിയാണ്. അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. അതേപോലെ തന്നെയാണിത്, ക്വാളിറ്റിയാണ്. ഇതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഒരു കാർഡിനൽ ഡാറ്റ. കാർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സം വേരിയബിൾ, വെയിറ്റ്, ഹൈറ്റ്, ഇതൊക്കെ വരുന്നത് കാർഡിനൽ. മറ്റേത് ഓർഡിനൽ. പേര് മാറാതെ എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ. ഒന്ന് ടെക്സ്റ്റുവൽ, ഏറ്റവും ബോറിംഗ് ആണ്. ഇപ്പോൾ ഇതേ സാധനം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന സംഭവം നമ്മൾ ICAയിലെ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും? ഫുള്ള് പാരഗ്രാഫ് ബൈ പാരഗ്രാഫ്. അതിൽ തിരഞ്ഞെടുക്കണം എന്തൊക്കെ പോയിൻറ്റ്സ് ഉള്ളതെന്നുള്ളത്. അതെല്ലാം കൂടെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് കൊണ്ടുവന്നതാണ്, പറഞ്ഞു തരാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ആ ടെക്സ്റ്റുവൽ ഫോമിൽ എന്താണ്, അത് ഭയങ്കര ബോറിംഗ് ആണ്, ആരും പ്രിഫർ ചെയ്യില്ല. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ടെക്സ്റ്റുവൽ. ഈ ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ടേബിൾ ഫോമിൽ ചെയ്യുന്ന സാധനമാണ് ടാബുലേഷൻ. ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. Different types of data presentation: textual, tabular, diagrammatic. How many ways of data presentation are there? Textual, tabulation, diagrammatic. ഇനി ഈ ചോദ്യമാണ് ഞാൻ ഇന്നലെ 10-12 ക്വസ്റ്റ്യൻ കൗണ്ട് ചെയ്തതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പർ പാർട്ട് ഓഫ് ദ ടേബിൾ വിച്ച് ഇസ് ഡിസ്ക്രൈബിംഗ് ദ കോളംസ് ആൻഡ് സബ് കോളംസ്. നമ്മൾ ഓപ്ഷനിൽ അവിടെ കണ്ടത് ടോപ്പിലെ റോവും സബ് റോ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളതും ICAയുടെ മെറ്റീരിയൽ ഉള്ളത് അങ്ങനെയാണ്, കോളം ആൻഡ് സബ് കോളം. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ രണ്ട് സാധനത്തിനും കൂടെ പറയുന്ന പേരാണെന്ത്? ക്യാപ്ഷൻ. ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, എന്തിനാണ് ടാബുലേഷൻ ഫോമിലേക്ക് ആക്കുന്നതെന്നുള്ള പോയിന്റ്സ് നമുക്ക് ജസ്റ്റിഫൈഡ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഡാറ്റ പ്രസൻറ്റ് ചെയ്യാം, അനലൈസ് ചെയ്യണമെങ്കിൽ ടേബിൾ ഫോമിലേക്ക് മാറ്റണം. ഇത് ഈ ടേബിൾ ഫോമിൽ വന്ന കാര്യമാണ് നമ്മൾ പിന്നെ എന്തിലേക്ക് മാറ്റുന്നത്? ഡയഗ്രത്തിലേക്ക് മാറ്റുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഏതാണ് ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡാറ്റ പ്രസൻറ്റേഷൻ? ബെസ്റ്റ് മെത്തേഡാണ് ചോദിക്കുന്നത്, കാണാനുള്ള ഭംഗിയല്ല ചോദിച്ചത്. ബെസ്റ്റ് മെത്തേഡ് ഈസ് ടാബുലേഷൻ. ഇതേ ക്വസ്റ്റ്യൻ്റെ താഴെ വരുന്നുണ്ട്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ എന്താണ്? ഇറ്റ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ദിസ് ഈസ് ബെസ്റ്റ് അപ്പിയറിങ് അല്ലെങ്കിൽ മോസ്റ്റ് അപ്പീലിംഗ്, കാണാൻ ഭംഗിയുള്ള, ബെസ്റ്റ് ലുക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാണാൻ ഭംഗിയുള്ളത് ഡയഗ്രമാറ്റിക് ആണ്. കാണാൻ ഭംഗിയുള്ളത് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേപോലെ എന്തോ ഒരു വേർഡാണ്. കാണാൻ ഭംഗിയുള്ളത് ഡയഗ്രമാറ്റിക്, വിച്ച് ഇസ് എ ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബുലേഷൻ മെത്തേഡ്. ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സാധനം ഞാനൊരു എക്സാമ്പിൾ ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഉച്ച സമയത്തൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നെങ്കിൽ എത്ര പേർക്ക് ബിരിയാണി വേണം, ഫ്രൈഡ് റൈസ് വേണം ചോദിച്ചു നമ്മൾ ടേബിൾ ഉണ്ടാക്കാമെന്നിരിക്കാം. അപ്പോൾ അതിൽ ടോപ്പിൽ എടുക്കുന്ന സാധനമാണ് എന്ത്? കോളം. ഇതാണ് കോളം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഏറ്റവും ടോപ്പിൽ വരയ്ക്കുന്ന സാധനം കോളം, അതിൻ്റെ താഴെ വരുന്നത് സബ് കോളം. ഏറ്റവും ടോപ്പിലുള്ളത് കോളം. ഇപ്പോൾ ബിരിയാണി എത്ര പേർക്ക് വേണം? ബിരിയാണി എന്നുള്ള ഹെഡിങ് ഇല്ലേ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ടോട്ടൽ, ആ ഹെഡിങ്ങിൽ എടുക്കുന്ന സാധനമാണ് കോളം. അതിൻ്റെ താഴെ വരയ്ക്കുന്നത് സബ് കോളം. അതിൻ്റെ താഴെ വരുന്ന എന്താ? യൂണിറ്റ്സ്. ഓർഡറിൽ പഠിക്കുക. കോളം, സബ് കോളം, യൂണിറ്റ്സ്. ഈ കോളം സബ് കോളം കൂടെ പറയുന്ന പേരാണ് ക്യാപ്ഷൻ. എന്താണ്? കോളം സബ് കോളം കൂടെ പറയുന്ന പേരാണ് ക്യാപ്ഷൻ. അതിൽ യൂണിറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ബോക്സ് ഹെഡ്. ബോക്സിൻ്റെ തല, എൻ്റെ തലയില്ലേ കഴുത്തിൻ്റെ മുകളിലുള്ള അപ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ഭാഗം, ബോക്സിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാഗം ബോക്സ് ഹെഡ്. ഇപ്പോൾ താഴെ നിൽക്കുന്ന ഭാഗത്തിന് എന്താ പറയും?
ബോഡി. മുകളിൽ നിൽക്കുന്ന ആൾ തല എങ്കിൽ താഴെ നിൽക്കുന്ന ആൾ ബോഡി. അപ്പോൾ അതിൻ്റെ താഴെ ഉണ്ടാവും കാലുണ്ടാവും, ഫൂട്ട്. നോട്ട്. ഇവിടെ ഒരു നോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം, ലഞ്ച് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലഞ്ച് പ്രിഫറൻസ് ഓഫ് CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് എന്ന് ഞാൻ എഴുതാന്ന് വിചാരിക്കാം. ഇവിടെ ലഞ്ച് പ്രിഫറൻസ് ഓഫ് CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫുട് നോട്ട്. ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് ക്യാപ്ഷൻ എന്താണ് ഞാൻ പറഞ്ഞു, ബോക്സിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റെപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിലുള്ള സാധനം, ഏത് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലൊരു ഒരു സെക്ഷൻ ഉണ്ട് വിച്ച് ഈസ് ഡിസ്ക്രൈബിങ് ദ റോസ്, ജെൻഡർ, മെയിൽ ഫീമെയിൽ. അപ്പോൾ റോയിലുള്ള സാധനത്തിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലുള്ള സാധനത്തിന് പറയുന്ന പേരാണ് സ്റ്റെപ്സ്. ഓക്കെ, വിച്ച് ഈസ് ഡിസ്ക്രൈബ് ദ റോസ് ആണ് സ്റ്റെപ്സ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡയഗ്രമാറ്റിക് ഫോമിലേക്ക് കൊണ്ടുവന്നാലുള്ള ഗുണം, ഇപ്പം നമ്മൾ ടേബിളർ ഫോമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഡയഗ്രമാറ്റിക് ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡയഗ്രമാറ്റിക് ആണ്. അപ്പോൾ ഈ ഡയഗ്രമാറ്റിക് ഫോർമാറ്റിലേക്ക് നമ്മളിതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏത് സാധാരണക്കാരൻ കണ്ടാൽ മനസ്സിലാവും. ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഫോർ ലേമാൻ. ഹിഡൻ ട്രെൻഡ് ക്യാൻ ബി ഈസിലി ട്രേസ്ഡ്. അപ്പോൾ അഗെയിൻ ചോദ്യം വരുന്നതാണ്, ഹിഡൻ ട്രെൻഡ് എവിടെ നിന്ന് ട്രേസ് ചെയ്യാം? ടെക്സ്റ്റൽ, ടാബുലർ, ഡയഗ്രമാറ്റിക്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണും, ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു ചാർട്ട് വായിക്കുക, ടേബിൾ വായിച്ചു കഴിഞ്ഞാൽ എന്താ, വാല്യൂ കുറയുന്നു കൂടുന്നു, വാല്യൂ കുറയുന്നു കൂടുന്നു മനസ്സിലാവില്ല. പക്ഷെ അത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രൈസ് ഓഫ് ദ ഷെയർ ഇസ് സ്ലോലി ഇൻക്രീസിങ്. അപ്പോൾ അതൊരു ഹിഡൻ ആണ്, പക്ഷെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡയഗ്രത്തിലേക്ക് മാറ്റിയാലാണ് മനസ്സിലാവുക. ഷെയർ മാർക്കറ്റ് ചെയ്യുന്നവർ, കളിക്കുന്നവരൊക്കെ എപ്പോഴും അവർ ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ എടുക്കുക. കാരണം ട്രെൻഡ് മനസ്സിലാവും. ഓക്കെ, ടേബിൾ ഇസ് മോർ അക്യുറേറ്റ്. പക്ഷേ വീണ്ടും ഇവിടെ എഴുതുന്നുണ്ട്, ടേബിൾ ഇസ് മോർ അക്യുറേറ്റ് ദാൻ ഡയഗ്രാം. ടേബിൾ ഇസ് മോർ അക്യുറേറ്റ്, ടേബിൾ ഇസ് എ ബെസ്റ്റ് മെത്തേഡ്, ബട്ട് ഡയഗ്രാം ഇസ് കാണാൻ അപ്പീലിംഗ് ആണ്. ലേമന് പെട്ടെന്ന് മനസ്സിലാവും. ഹിഡൻ ട്രെൻഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലൈൻ ഡയഗ്രാം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈൻ ഡയഗ്രത്തിൽ പറയുന്നത് ഇപ്പോൾ ഇയർലി ബേസ് 2009, 10, 11, 12 ഇങ്ങനെ പോകുന്ന വർഷങ്ങളിൽ വരുന്ന സെയിലുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്പനി, ഇപ്പോൾ എന്താ ഒരു കമ്പനി, ഈ കമ്പനി 5 CR സെയിൽ ചെയ്തു, 10 CR സെയിൽ ചെയ്തു, 15 CR സെയിൽ ചെയ്തു, 20 CR സെയിൽ ചെയ്തു, 25 CR സെയിൽ ചെയ്തു. അങ്ങനെ ഇയർലി ബേസ്ഡ് സെയിൽ നമ്മൾ X and Y ആയിട്ട് എടുത്തു. X ആക്സിസിൽ ഒരു സംഭവം എടുത്തു, Y ആക്സിസിൽ സെയിലിൻ്റെ ഇത്, X ആക്സിസിൽ ഇയറും Y ആക്സിസിൽ ഒരു സംഭവം എടുത്തു, ആൻഡ് വി ആർ പ്ലോട്ടിങ് ഇറ്റ്. അങ്ങനെ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുന്നു. വെൻ ദ ഡാറ്റ വേരിയിങ് ഓവർ ടൈം, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്തിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഹിസ്റ്റോഗ്രാം. അപ്പോൾ എന്താണ് ഹിസ്റ്റോഗ്രാം? ഈ കാണുന്ന സാധനമാണ് ഹിസ്റ്റോഗ്രാം. ഈ ഹിസ്റ്റോഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് ഒരു ബന്ധവുമില്ല, രണ്ടും വേറെ ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം വേറെ ഒരു സംഭവം തന്നെയാണ്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് ഹിസ്റ്റോഗ്രാം. ഓക്കെ, ഇനി ഇതിൻ്റെ പേര് ഹിസ്റ്റോഗ്രാം ആണെന്ന്, ലൈൻ ഡയഗ്രാം ആണ് നമ്മൾ സാധാരണക്കാരൻ ഇതിൻ്റെ ലൈൻ ഡയഗ്രാം എന്നാണ് പറയുക. സ്റ്റാറ്റിയിൽ വന്ന സമയത്ത് അത് എന്തായിട്ട് മാറി? ഹിസ്റ്റോഗ്രാമായിട്ട് മാറി. ഓക്കെ, ഹിസ്റ്റോഗ്രാമായിട്ട് മാറി. ഇനി ഇതിൽ ഹിസ്റ്റോഗ്രാമിൽ നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന എന്താ, കമ്പനീൻ്റെ സെയിൽ പ്ലോട്ട് ചെയ്യുന്നു. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ സെയിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് സൈലത്തിൻ്റെ സെയിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യാൻ വിചാരിക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് നടക്കുന്ന സൈലത്തിൻ്റെ സെയിൽ പ്ലോട്ട് ചെയ്യാൻ വിചാരിക്കാം. സൈലം 2000, എനിക്ക് അറിയാവുന്ന ബേസിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽസ് ഒന്നും അറിയില്ല. എനിക്ക് അറിയാവുന്ന ബേസിലാണ് പറയാം. 2020 ഡോക്ടർ അനന്തു ഒരു ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചെറിയ റൂമിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത കമ്പനി. മേ ബി ഹി സോൾഡ് ലൈക്ക് 5 lakhs സാധനം ചിലപ്പോൾ അങ്ങനെ വിറ്റിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. എനിക്കറിയില്ല, പറയാണ്, വിചാരിക്കാം. അത് 2021 ഹി കുഡ് സെൽ ഇറ്റ് ഫോർ, കുറച്ചും കൂടെ സെൽ ചെയ്തു. 2021 ആയപ്പോഴേക്ക് ഹി സെല്ലിങ് ലൈക്ക് 1000 CR, 1000 കോടിയുടെ സാധനം വെക്കുന്നു. 5 ലക്ഷം തുടങ്ങി 1000 CR വിൽക്കുന്നു. വിറ്റിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 5 ലക്ഷം തുടങ്ങിയ സാധനം 1000 കോടി വിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എക്സും വൈ വെച്ച് പ്ലോട്ട് ചെയ്താൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഒന്നെങ്കിൽ ലോഗരിതം ഉപയോഗിക്കണം, അല്ലെങ്കിൽ റേഷ്യോ ചാർട്ട് ഉപയോഗിക്കണം. നമ്മുടെ മെറ്റീരിയൽ ഇത് രണ്ടും ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക, അങ്ങനെ അംഗീകരിക്കണം. കാരണം നമ്മൾ മെറ്റീരിയൽ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ അപ്പോൾ അങ്ങനെ വൈഡ് ഫ്ലക്ച്വേഷൻസ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ സൈലത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. സൈലത്തിനെ കുറിച്ചുള്ള കഥ ഓർക്കുക. ഡോക്ടർ അനന്തു സ്റ്റാർട്ട് ചെയ്തു, വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ റൂമിൽ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത കമ്പനി സെല്ലിംഗ് ലൈക്ക്, ഇപ്പോൾ മേ ബി കഴിഞ്ഞ വർഷം തന്നെ ഒരു 100 CR നമ്മൾ പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. 1000 യൂണിറ്റ്സിന് നമ്മൾ എന്തായാലും സെയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു യൂണിറ്റ് തുടങ്ങിയത് ഇത്രയും വലിയ ലെവലിലേക്ക് വന്നു. അപ്പോൾ വൈഡ് ഫ്ലക്ച്വേഷൻ ഓഫ് ഡാറ്റ അവിടെ എന്ത് ഉപയോഗിക്കണം? നമുക്ക് ഇതേപോലെ എക്സും വൈറ്റ് വരയ്ക്കാൻ കഴിയില്ല. യു ആർ യൂസിങ് ലോഗ് ചാർട്ടോ റേഷ്യോ ചാർട്ട്. പോയിന്റ് കഥ ഓർത്താലും വരുന്ന ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടാവും. ഇനി ക്രിക്കറ്റ് കാണുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആദ്യത്തെ ടീം ബാറ്റ് ചെയ്തു, രണ്ടാമത്തെ ടീം ബാറ്റ് ചെയ്യാൻ വരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടായിരിക്കും, പിന്നെ ഒരൊറ്റ കയറാം. അപ്പോൾ ഈ ടീം ജയിക്കും. ഇത് താഴത്തെ കോല ഈ ടീം തോക്കും.
ഇങ്ങനെ കളിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വെൻ വി ആർ ഹാവിങ് 2 or more സീരീസ് ഓഫ് സെയിം യൂണിറ്റ് ബാറ്റിംഗ് ഓവർ റൺസ്, അതല്ല ഓവർ റൺസ്, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. വെൻ യു ആർ ഹാവിങ് 2 or more സീരീസ് ഓഫ് സെയിം യൂണിറ്റ്സ്, എന്താ അത്? ദിസ് ആർ മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട്. മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട്സ് എവിടെ ഉപയോഗിക്കുന്നത്? ഫോർ ക്രിക്കറ്റ് മാച്ച്. അങ്ങനെ ഓർത്താൽ മതി. മറ്റേ സൈലത്തിൻ്റെ കഥ, ഇത് ക്രിക്കറ്റ് മാച്ചിൻ്റെ കഥ. കഥകൾ ഓർക്കാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചിൽ ഒരു ടീം ബാറ്റ് ചെയ്തു, അടുത്ത ടീം ബാറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓവർലൈങ് ആയിട്ട് വരുന്ന സമയത്ത് യു ആർ യൂസിങ് ദ സെയിം യൂണിറ്റ്സ്. ഇപ്പോൾ സെയിം യൂണിറ്റ്സ് വന്നാൽ അതിന് പറയുന്ന പേര് മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട്. നേരെ മറിച്ച് നിങ്ങളൊരു കമ്പനിയിൽ പ്രൊഡക്ഷൻ ഒരു ഭാഗത്ത്, അതേ ലൈനിൽ തന്നെ നമ്മളിത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇതേ ലൈനിൽ തന്നെ നിങ്ങൾ നമ്പർ ഓഫ് എംപ്ലോയീസിനെ മാർക്ക് ചെയ്യാൻ വിചാരിക്കാം. നമ്പർ ഓഫ് എംപ്ലോയീസ് ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസിന് എടുക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വീൽ ഹാവ് ടു ഫോളോ എ ഡിഫറെൻറ്റ് യൂണിറ്റ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ ആക്സിസ് ചാർട്ടാണ് ഉപയോഗിക്കുക. വേറെ തന്നെ ഒരു ആക്സിസ് ഞാൻ വരച്ചു. ആ ആക്സിസിൽ എന്ത് ചെയ്യണം? ഞാൻ വേറെ യൂണിറ്റ് എടുക്കണം. ഇവിടെ മെട്രിക് ടൺസിൽ പ്രൊഡക്ഷൻ വരുന്ന നമ്പർ ഓഫ് എംപ്ലോയീസിൽ 1000 നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു. മെട്രിക് ടൺസിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 1000 നമ്പേഴ്സിൽ എടുക്കുന്നു. സോ ഇവിടെ എടുക്കുന്ന യൂണിറ്റ് ടൺസ് ആണ്, ഇവിടെ എടുക്കുന്ന നമ്പേഴ്സ് ആണ്. ദീസ് ആർ 2 സെപ്പറേറ്റ് ആക്സിസ്, മൾട്ടിപ്പിൾ ആക്സിസ് ചാർട്ട് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, വേറെ തന്നെ ആക്സിസ് വരച്ചിട്ട് വേറെ തന്നെ യൂണിറ്റിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതോടെ നമുക്ക് അതിൽ വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ മാത്സ് പഠിക്കുന്നു, സ്റ്റാറ്റി പഠിക്കുന്നു, നമ്മൾ വ്യത്യാസം ഇതാണ്. സ്റ്റാറ്റിയിൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻസിന് ആൻസർ പഠിക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ബാർ ഡയഗ്രാം. ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ബാറല്ലേ, ഗോൾഡ് ബാർ കണ്ടില്ലേ, കള്ളക്കടത്ത് ഇതൊക്കെ ഫിലിമിൻ്റെ ബേസിലൊക്കെ കാണിക്കുന്ന ഗോൾഡ് ബാർ. അപ്പോൾ അങ്ങനെയാണ് ഈ ബാർ വന്നത്. ഗോൾഡിൻ്റെ ബാറാണെന്ന് വിചാരിക്കും, സ്വർണ്ണത്തിൻ്റെ കൊടുവള്ളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലോണം അറിയാൻ പറ്റും. അവരൊക്കെ നമ്മളൊക്കെ ബിസ്ക്കറ്റ് ബാഗിൽ കൊണ്ടുവരുന്നവരാണ് ഇവർ ഈ ഗോൾഡിൻ്റെ ബാറൊക്കെ ആയിട്ട് പോകുന്നത്. ആക്ച്വലി ഹാപ്പനിങ്. കോഴിക്കോട് കൊടുവള്ളിയിലൊക്കെ ആളുകൾ ഈ സാധനം കൊണ്ട് നടക്കുന്നുണ്ട്. സ്മഗ്ലിംഗ് ആണ് കേട്ടോ, ബട്ട് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ ഇത് ഗോൾഡ് ബാർ എന്നുള്ള പറയുന്നത് റെക്ടാങ്കിൾ ആണ്. ഇറ്റ് ഇസ് എ റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിളിൻ്റെ വിഡ്ത്ത് സെയിം ആയിരിക്കും, ഇവിടെ അതിൻ്റെ ഹൈറ്റ് വേരിയബിൾ ആയിരിക്കും. സോ ബാറാണ് ഉദ്ദേശിക്കുന്നത് റെക്ടാങ്കിൾസ് വിത്ത് ദ സെയിം വിഡ്ത്ത് ആൻഡ് വേരിയിങ് ഹൈറ്റ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്കിതിൽ 2 ടൈപ്പായിട്ട് പറയാൻ പറ്റും. ഒന്ന് വേർട്ടിക്കലാണ്. വേർട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ടൈം ജസ്റ്റ് ഞാനൊരു അണ്ടർലൈൻ ചെയ്തു തരാം. vertically for time series or quantitative. ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ vertical bar diagrams are used for എന്താ എടുക്കേണ്ടത്? ക്വാണ്ടിറ്റേറ്റീവ് ഓർ ടൈം സീരീസ് ഡാറ്റ. ഓക്കെ, വേർട്ടിക്കൽ ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ടൈം സീരീസ് ഡാറ്റ. നേരെ മറിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാംസും വരയ്ക്കാം. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാംസ് കണ്ടിട്ടുള്ളത്, നിങ്ങളിവിടെ കണ്ടിട്ടുള്ള ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാംസ് ഞാനിപ്പോൾ വരച്ചതല്ലാതെ ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാംസ് നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ളത്? ദേവിക്ക് എന്തോ ഡൗട്ട് വെച്ചിട്ടുണ്ട്. കോളം ഹെഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപ്ഷൻ അല്ലേ? ക്യാപ്ഷനിൽ വരുന്നത് കോളംസ് ആൻഡ് സബ് കോളംസും കൂടി വരുന്നതാണ് ക്യാപ്ഷൻ. കോളംസ് ആൻഡ് സബ് കോളംസ് ആണ് ക്യാപ്ഷൻ പ്ലസ് യൂണിറ്റ് ആണ് ബോക്സ് ഹെഡ്. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് വരുന്ന സാധനങ്ങൾ വെൻ യു ഷോയിങ് ആൻ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ഹൊറിസോണ്ടൽ ഡയഗ്രാംസ്. ഇവിടെ ഒരു സെൻറ്റൻസ് ഇവിടെ കാണേണ്ടതാണ്. ഹൊറിസോണ്ടലി ഫോർ ക്വാളിറ്റേറ്റീവ്. അതല്ലാതെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം സ്പേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റീജിയണൽ വൈസ് സെയിലിനും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചെറിയ പോയിൻറ്റ്സ് ആണ്, അത് മനസ്സിൽ വെക്കണം. വേർട്ടിക്കലി നമ്മൾ എടുക്കുന്ന എവിടേക്കാണ്? വേർട്ടിക്കലി എടുക്കുന്നത് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ടൈം സീരീസ്. ക്വാണ്ടിറ്റി, എത്ര സെയിൽ ചെയ്തു, എത്ര യൂണിറ്റ് സെല് ചെയ്തു, അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന സാധനം. ഓർ ടൈം സീരീസ്, ടൈമിനനുസരിച്ചുള്ള മാറ്റം. ഇവിടെ ഹൊറിസോണ്ടൽ ഉപയോഗിക്കുന്നതാണ് ഓർക്കേണ്ടത്. അത് നമ്മൾ പൊതുവെ കാണാത്തൊരു സാധനമാണ്. ഹൊറിസോണ്ടൽ ഉപയോഗിക്കുന്നത് ഫോർ സർട്ടൺ ആട്രിബ്യൂട്ട്സ്, ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ, ഇങ്ങനെ കാണിക്കുള്ളൂ. ഒളിമ്പിക്സ് കഴിഞ്ഞ് കുത്തനെ കാണിക്കില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അതേപോലെ റീജിയണൽ വൈസ് സെയിൽ കാണിക്കുന്ന സമയത്ത് ഓരോ രാജ്യത്ത് എത്ര സെയിൽ കടന്നു എന്നുള്ളത് ഇങ്ങനെയാണ് കാണിക്കുക. കുത്തനെ കാണിക്കില്ല, ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി അതിൽ വേറെ 2 ടൈപ്പ് ഇവിടെ പറയുന്നുണ്ട്.
രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. അതിൽ ഇവിടെ ഡയഗ്രത്തിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ട് നോക്കണം. ഓക്കെ, രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ ഓർ ഗ്രൂപ്പ്ഡ് ബാർ ഡയഗ്രാം. അതിൽ ഈ കാണുന്ന സാധനമാണ് എന്ത് മൾട്ടിപ്പിൾ ഡയഗ്രാം. മൾട്ടിപ്പിൾ ഡയഗ്രാം. ദിസ് ഈസ് ഗ്രൂപ്പ്ഡ് ഡയഗ്രാം. ഒന്നിൻ്റെ കൂടെ ഒന്ന് വെക്കുന്ന സാധനം ഗ്രൂപ്പ്ഡ് ഡയഗ്രാം. ദിസ് ഈസ് ഗ്രൂപ്പ്ഡ് ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കമ്പയർ ചെയ്യാൻ എളുപ്പമല്ലേ, കാര്യങ്ങൾ കമ്പയർ ചെയ്യാം. ഇതിന് അങ്ങോട്ട് കൂടെ കമ്പയർ ചെയ്യാം. 2010 ഇത്ര സെയിൽ വരുന്നു, 2011 സെയിൽ ഇത്ര കൂടി കുറഞ്ഞു, പിന്നെ കുറഞ്ഞു കൂടി. അപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതേപോലെ വരുന്ന കേസിൽ മൾട്ടിപ്പിൾ ഡയഗ്രാംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഈ 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു സംഭവം വരുന്നത് സബ് ഡിവൈഡഡ് ഓർ കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം എന്നുള്ള സംഭവം. അതൊരു ഡയഗ്രത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സൈഡിൽ വരയ്ക്കാം. സബ് ഡിവൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽ ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതിൽ 2 വേരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ പല മോഡൽ, S1 എന്നുള്ളൊരു മോഡൽ, S2 എന്നുള്ളൊരു മോഡൽ. അപ്പോൾ ആ കമ്പനിയുടെ സെയിലിൽ ഇങ്ങനെ S1 S2 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയുന്ന പേരാണ് കോമ്പണൻറ്റ്, മൾട്ടിപ്പിൾ കോമ്പണൻറ്റ് ഓർ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇതിൻ്റെ പേരാണ് കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം ഓർ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇങ്ങനെ ഒരു ഡയഗ്രത്തിൽ അതിൻ്റെ കോമ്പണൻസ് വേറെ വേറെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് സബ് ഡിവൈഡഡ് ഓർ കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം. ഇനി ഇതിൽ നമുക്ക് ഇതേ സംഭവത്തിൽ നമുക്ക് എന്ത് കാണിക്കാം? പേഴ്സൻറ്റേജ് കാണിക്കാം. ഇതിൻ്റെ സെയിൽ 50%, ഇതിൻ്റെ സെയിൽ 50%. ഇങ്ങനെ പേഴ്സൻറ്റേജ് ബാർ ഡയഗ്രാം വരും. പേഴ്സൻറ്റേജ് ബാർ ഡയഗ്രാം. അപ്പോൾ ബാർ ഡയഗ്രാം തന്നെ ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് പറഞ്ഞു? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൾട്ടിപ്പിൾ ഡയഗ്രാം, ഗ്രൂപ്പ്ഡ് ഡയഗ്രാം, കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം, പേഴ്സൻറ്റേജ് ബാർ ഡയഗ്രാം. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആൻസറിൽ ഓർ എന്നുള്ള ഓപ്ഷനും ആൻഡ് എന്നുള്ള ഓപ്ഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓർ വന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ ആവുന്ന കേസിലാണ് ഓർ എടുക്കേണ്ടത്, കമ്പൈൻഡ് ട്രൂ ആവുന്ന കേസിൽ ആൻഡ് എടുക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കോമ്പണൻറ്റ് ഡയഗ്രാം, പേഴ്സൻറ്റേജ് ഡയഗ്രാം കണക്റ്റഡ് ആണ്. കോമ്പണൻറ്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പേഴ്സൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഈ 2 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസിൽ കണക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ഈ 2 ഓപ്ഷൻസ്, ഇത് രണ്ടും ഓപ്ഷൻസിലുണ്ടെങ്കിൽ നമ്മളവിടെ A and B എന്നുള്ള ഓപ്ഷൻ എടുക്കണം. മനസ്സിലാക്കി എടുക്കുക. രണ്ടും ഒന്ന് മറ്റേൽ കണക്റ്റഡ് ആകുന്ന കേസ് ആകുമ്പോൾ നമ്മൾ A and B എന്നുള്ള ഓപ്ഷൻ എടുക്കണം. ഈ 2 സാധനം കണക്റ്റഡ് ആകുന്ന ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ A and B എടുക്കണം. ഓക്കെ, ഇനി പൈ ചാർട്ട് എന്താണെന്നുള്ളതാണ് അടുത്തത്. പൈ ചാർട്ട് പൈ എന്ന് പറഞ്ഞൊരു ഡിഷാണ്. നമ്മളിവിടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല, പക്ഷേ പൈ എന്ന് പറഞ്ഞ ഡിഷാണ്. ഒരു വട്ടത്തിലുള്ളൊരു ഡിഷാണ് പൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിവിടെ കാണിക്കുന്ന എക്സാമ്പിൾ കാണാം. കസ്റ്റംസ്, എക്സൈസ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, മിസ്സലേനിയസ്. അപ്പോൾ ടോട്ടൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു സാധനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അറിയണം ടു ദ ടോട്ടൽ. ഓക്കെ, അവിടെയാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ഫോർ സർക്കുലർ പ്രസൻറ്റേഷൻ ഓഫ് റിലേറ്റീവ് ഓഫ് ഇതിൽ നമുക്ക് ഒരു സാധനത്തിൻ്റെ മൊത്തം ആ കോൺട്രിബ്യൂഷൻ, ടോട്ടലിലെ കോൺട്രിബ്യൂഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം പൈ ചാർട്ടാണ്. കാരണം നമ്മളത് ക്വസ്റ്റ്യൻസിൽ തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാക്കിയെടുക്കാം. ഒരു കമ്പനിയുടെ ഷെയർ, മൊത്തം കമ്പനിയുടെ പ്രോഫിറ്റിൽ ഒരു സെഗ്മെൻറ്റ് നടത്തുന്ന കോൺട്രിബ്യൂഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് പൈ ചാർട്ടാണ്. കാരണം നമുക്കതിൽ ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ എടുക്കുന്ന രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം, ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഡയഗ്രാം നോക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും കറക്റ്റ് കോൺട്രിബ്യൂഷൻ കണ്ടാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അതെങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു, നമുക്ക് വരയ്ക്കാനൊന്നുമില്ല, പക്ഷേ അത് വരയ്ക്കുന്ന രീതി ക്വസ്റ്റ്യനിൽ സെൻട്രൽ ആംഗിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് കോമ്പണൻറ്റ്, ഇപ്പോൾ കസ്റ്റംസ് ആണെങ്കിൽ സ്പീഡ് കൂടി പോകുന്നുണ്ടോ? സ്പീഡ് വല്ലാതെ കൂടുതലാണോ? നമ്മൾ എടുക്കുന്ന ഈ കസ്റ്റംസിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ കസ്റ്റംസിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇതിൽ അറിയണം, സർക്കിളിനുള്ളിൽ അറിയണമെങ്കിൽ അത് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ കസ്റ്റംസ് കാരണം വരുന്ന കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു സർക്കിളാണ്. സർക്കിളിന് മൊത്തം ആംഗിൾ 360 ആണ്. അപ്പോൾ അതിലെ കോൺട്രിബ്യൂഷൻ അറിയണം. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 360 ഡിഗ്രി അടിച്ചു കഴിഞ്ഞാൽ ഈ കസ്റ്റംസ് കാരണം വരുന്ന ആംഗിൾ കിട്ടും 53. അത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്
45 ഇവിടെ ഏകദേശം ഇവിടെ വെച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതാണ് കസ്റ്റംസിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെയാണ് പൈ ഡയഗ്രം വരയ്ക്കുക. നമുക്ക് ഒരിക്കലും എക്സാമിന് പൈ ഡയഗ്രം വരയ്ക്കാനൊന്നും പറയില്ല. ബട്ട് സെൻട്രൽ ആംഗിൾ ചോദിക്കാറുണ്ട്. സെൻട്രൽ ആംഗിൾ ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആംഗിൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. നമുക്ക് മാത്സിൽ ചെയ്ത പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും അവിടെ ചിലപ്പോൾ ചെയ്യൂല. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ കോൺട്രിബ്യൂഷൻ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 360. എന്തുകൊണ്ട് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കാരണം സർക്കിളിൻ്റെ ഫുൾ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഷെയർ ആണ് അറിയേണ്ടത്. സോ 80/3 540 × 360 ആ സർക്കിളിൻ്റെ എത്ര ഷെയർ ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇതാണ് പൈ ഡയഗ്രം. ഇനി ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ നമുക്ക് ഞാൻ സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആ പോയിന്റിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് നോക്കുകയാണ് ആ എ ഓർ ബി, എ ആൻഡ് ബി പറയാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രം ഈസ് യൂസ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ വേരിയിങ് ഓവർ സ്പേസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ 37ാമത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഞാൻ എ ഓർ പറയാൻ വേണ്ടി മാത്രം ഈ ക്വസ്റ്റ്യൻ എടുത്താണ്. ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രം ഈസ് യൂസ് ഫോർ, നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കി. ഓൾസോ ഇറ്റ് വെൻ ദ ഡാറ്റ വേരിയിങ് ഓവർ സ്പേസ്, കൺട്രി വൈസ് സെയിൽ പ്ലോട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും. ഇനി ഇവിടെ ആൻസർ ഇവിടെ എ ഓർ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ആൻഡ് ദിസ് ആർ ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ. അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് പ്ലോട്ട് ചെയ്യാം, യെസ് പ്ലോട്ട് ചെയ്യാം. അത് സെക്കൻഡായിട്ട് കണക്റ്റഡ് ആണോ? അല്ല, ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ. ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ ആണത് മനസ്സിലാക്കി വെക്കാം. ദിസ് ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ. എ ഓർ ബി അല്ലെങ്കിൽ എ ഓർ സി എന്ന് യൂസ് ചെയ്യുന്നത് വെൻ ദേ ആർ ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ. ഒന്ന് മറ്റേ കണക്റ്റഡ് അല്ല. ഡിവൈഡഡ് ബാർ ചാർട്ട്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡിവൈഡഡ് ബാർ ചാർട്ട് ഇസ് കൺസിഡർ ഫോർ കമ്പയറിംഗ് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് എ ടോട്ടൽ, ദ റിലേഷൻ ഓഫ് ഡിഫറെൻറ്റ് കോമ്പണൻസ് ടു ദ ടോട്ടൽ. ഇത് രണ്ടും എന്താണ്? ഡിവൈഡഡ് ബാർ ചാർട്ട് ഇത് രണ്ടും തമ്മിൽ എന്താ? കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ട്രൂ ആയതുകൊണ്ടാണ് മറ്റേത് ട്രൂ എന്ന് ആൻസർ ചെയ്യാൻ ബി. വ്യത്യാസം മനസ്സിലായല്ലോ? അവിടെ ഉപയോഗിച്ചത് എ ഓർ ബി ആണ്, ഇവിടെ ഉപയോഗിച്ചത് എ ആൻഡ് ബി. ശരിക്കും മനസ്സിലാക്കണം രണ്ടും. ഇത് ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം. ഇവിടെ എയും ട്രൂ ആണ്, സിയും ട്രൂ ആണ്. പക്ഷേ ഇവിടെ എ ഓർ സി എടുക്കുന്നതും എ ആൻഡ് ബി എടുക്കുന്നതും എൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. കാരണം ആൻസറിൽ എ ഓർ ബിയും എ ആൻഡ് ബി ഇവിടെ തന്നെ ഇതിൽ തന്നെ ഉണ്ടല്ലോ. എ ഓർ ബി 39 എ ഓർ ബി ഉണ്ട്. അപ്പോൾ അത് എടുക്കുന്ന രീതി ഇതാണ്. ഒന്ന് മറ്റേതിലായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കണക്റ്റഡ് ആണെങ്കിൽ എ ആൻഡ് ബി ആണ് എടുക്കേണ്ടത്. ഇൻഡിപെൻഡൻ്റ്ലി ട്രൂ ആണെങ്കിലാണ് ഓർ ഉപയോഗിക്കുക. ഓക്കെ, ഓർ മനസ്സിലാക്കി വെക്കാം. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ബാക്കിയൊക്കെ നിങ്ങൾ സ്റ്റാറ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്കവാറും നോക്കിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും എല്ലാം നോക്കി പറയുന്നില്ല. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ ഒരു വാല്യൂ അത് ഇറ്റ് ഇസ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിങ് എന്ന കേസ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മളെടുക്കും. അല്ലെങ്കിൽ ഡാറ്റനെ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റനെ ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് മാറ്റി ഓരോരോ ക്ലാസ് എടുത്ത് അതിൽ വരുന്ന ഫ്രീക്വൻസി നമ്മൾ കൗണ്ട് ചെയ്യും. ഇങ്ങനെ 2-3 രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫ്രീക്വൻസി ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടൈംസ് ദ പർട്ടിക്കുലർ ഒബ്സർവേഷൻ ഇസ് റിപ്പീറ്റഡ് എന്നാണ് ഫ്രീക്വൻസിയുടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സാധനമൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നതൊന്നും ചോദിക്കില്ലെന്നാണ് വിചാരിക്കുക. പക്ഷേ ഇതൊക്കെ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു മാക്സിമം മൈനസ് മിനിമം. ഇതിൻ്റെ ബേസിൽ നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ചെറിയ ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവൽ ഇൻറ്റു ക്ലാസ് ലെങ്ത് ആണ് റേഞ്ച്. സോ ഇഫ് യു ആർ ഗിവൺ എ ക്വസ്റ്റ്യൻ ലൈക്ക് ഇവിടെ നമ്മളത് ചോദിക്കുകയാണ് കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേക്കിംഗ് ക്ലാസ് ലെങ്ത് as 5. ഇപ്പോൾ ക്ലാസ് ലെങ്ത് 5 എടുക്കണം. റേഞ്ച് എത്ര എന്നുള്ളത് നമ്മളിവിടെ നേരത്തെ മുകളിൽ നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കുന്നതാണ്. ഇവിടെ സ്മോളസ്റ്റ് 44 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ. വെയിറ്റിൽ ഏറ്റവും കുറവ് 44ഉം ഏറ്റവും കൂടുതൽ 73. ഇപ്പോൾ റേഞ്ച് നമ്മൾ അതൊന്ന് മനസ്സിലാക്കി എടുത്തതാണ്. 73 - 44 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കത് വാല്യൂ തരും. അപ്പോൾ അതിൻ്റെ ബേസിൽ റേഞ്ച് നമുക്ക് 29 കിട്ടി. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 29 ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് റേഞ്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽ ഇൻറ്റു ക്ലാസ് ലെങ്ത്ത്. അപ്പോൾ അതിൽ ക്ലാസ് ലെങ്ത്ത് ചോദിച്ചിട്ട് തന്നിട്ടുണ്ട്. സോ ക്ലാസ് ലെങ്ത്ത് ഇസ് 5. സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് നമ്പർ ഓഫ് ക്ലാസ് ഇൻ്റർവെൽ. ഇത് ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. റേഞ്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ്
ക്ലാസ് ഇൻ്റർവെൽ ഇൻറ്റു ക്ലാസ് ലെങ്ത്. ഇപ്പോൾ ക്ലാസ് ലെങ്ത് തന്നിട്ട് ക്ലാസ് ഇൻ്റർവെൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എടുക്കുക. ചെറിയ കാര്യമാണ്, ബട്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, ഒരു മാർക്ക് കിട്ടും. ഇനി അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എഴുതി. ഞാൻ ഇതിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ ഞാൻ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ ഓർ അൺഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ മെറ്റീരിയൽ അവർ ഉപയോഗിക്കുന്ന പേര് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നും മെറ്റീരിയൽ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അതങ്ങനെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെൻ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആർ ലിമിറ്റഡ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ കേസിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റേഴ്സ്, കാസി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർബിറ്റ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടാവും? അപ്പോൾ അങ്ങനെ കുറഞ്ഞ കാൽക്കുലേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ചോദിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയ നമ്പർ ചെയ്താൽ ഇങ്ങനെ ചെയ്യുന്ന സാധനമാണ് എന്ത് സിമ്പിൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നേരെ മറിച്ച് നമ്മളിപ്പോൾ ചെയ്ത ക്ലാസ് ഇതേപോലെ സംഭവം, കുറേ കുട്ടികൾ വെയിറ്റ് വന്നു. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ, അപ്പോൾ ഇതിങ്ങനെയാണ് വെയിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക? അങ്ങനെ ക്ലാസ് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താക്കി മാറ്റി, ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലാക്കി മാറ്റി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ചെയ്തു. അങ്ങനെ വരുന്നതാണ് എന്ത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് ഈസ് യു ഹാവിങ് ക്ലാസ് ഇൻ്റർവെൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്, എന്താണ് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഇനി എന്താണ് ക്ലാസ് ലിമിറ്റ്? ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിൻ്റെ ചെറിയ വാല്യൂ മുതൽ ഹയർ വാല്യൂ. ഇപ്പം ഞാനിവിടെ ക്ലാസ് എടുത്തത് വെയിറ്റിൻ്റെ ബേസ് എടുത്തു. 30 to 40 നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6, 40 to 50 നമ്പർ ഓഫ് സ്റ്റുഡൻസ് 7, 50 to 60 നമ്പർ ഓഫ് സ്റ്റുഡൻസ് 11. അപ്പോൾ അതിലെടുക്കുന്ന സമയത്ത് ലോവർ ക്ലാസ് ലിമിറ്റ് ഏതാ? ഈ ക്ലാസിൻ്റെ ചെറിയ വാല്യൂ. ലോവർ ക്ലാസ് ലിമിറ്റ് നമ്മളെടുക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് ലോവർ ക്ലാസ് ലിമിറ്റ്. അതിൻ്റെ വലിയ വാല്യൂ ആണ് ഹയർ ക്ലാസ് ലിമിറ്റ്. സിമ്പിൾ പേരുകളാണ് ലോവർ ക്ലാസ് ലിമിറ്റ്, ഹയർ ക്ലാസ് ലിമിറ്റ്. ഇതാണ് ക്ലാസ് ലിമിറ്റ്. അപ്പോൾ ലോവർ ക്ലാസ് ലിമിറ്റ് LCL, മറ്റേ അപ്പർ ക്ലാസ് ലിമിറ്റ് UCL എന്നും പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വലി ഇൻക്ലൂസീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇത് ആവശ്യമുള്ള സാധനമാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. പ്ലസ് ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ല് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏതാ? 44 to 48. ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. ഇപ്പോൾ 10 to 19, 20 to 29, ഇങ്ങനെ ഞാനൊരു ക്ലാസ് ഇൻ്റർവെൽ എടുത്തു ഒരു സ്ഥലത്ത്. ഓക്കെ, അതേപോലെ 10 to 20, 20 to 30, ഇങ്ങനെ ഒരു ക്ലാസ് ഇൻ്റർവെൽ എടുത്തു. ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കാം. 10 to 19 എടുത്തു, 20 to 29 എടുത്തു. അപ്പോൾ ഈ 10 to 19 ഞാൻ ക്ലാസ് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ വരുന്ന സാധനം എന്തല്ല? ഓവർലാപ്പിംഗ് അല്ല. കാരണം 10 to 19 കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് തുടങ്ങുന്നത് 20-ലാണ്. ഇതെന്താണ്? 10 to 20 എന്നും വീണ്ടും 20 to 30 എടുത്തു. ദിസ് ഈസ് ഓവർലാപ്പിംഗ്. ഇതെന്താണ്? ഓവർലാപ്പിംഗ് ആണ്. ഇതെന്തല്ല? ഓവർലാപ്പിംഗ് അല്ല. അപ്പോൾ അത് ഈ എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാം. പോയിൻറ്റ്സ് ബൈ ഹാർട്ട് ചെയ്യാതെ ഈ എക്സാമ്പിൾ ഓർത്തിരിക്കാം. 10 to 19, 20 to 29. അതേപോലെ എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ 10 to 20, 20 to 30 എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. ഇനി ബാക്കിയുള്ള പോയിൻറ്റ്സ് ഒക്കെ ഓരോന്ന് നോക്കാം. നമുക്കൊരു വാല്യൂ വരുന്നുണ്ട് 19.5 എന്നുള്ളൊരു വാല്യൂ വന്നു വിചാരിച്ചോ. 19.5 എന്നുള്ള വാല്യൂ വന്നു. എനിക്ക് ആ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ എനിക്ക് ആ 19.5 എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് എടുത്തിരിക്കുന്നതിൽ 19.5 എന്നുള്ള വാല്യൂ എനിക്ക് എവിടെ എടുക്കാൻ പറ്റുക? ആരോ മെട്രിക്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോറി മാഡം, അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ ഇല്ല കേട്ടോ, മെട്രിക്സ് ഒന്നുമില്ല. ഒക്കെ പോയിട്ടുണ്ടേ, മെട്രിക്സ് ഇല്ല. ഇവിടെ 19.5 എടുത്തു കഴിഞ്ഞാൽ 19.5 നമുക്ക് ഫസ്റ്റ് ടേബിൾ എടുക്കാൻ പറ്റൂ? ഇല്ല, എടുക്കാൻ പറ്റൂല. 19.5 എടുക്കാൻ പറ്റൂല. ഇപ്പം 19.5 എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. ഡെസിമൽ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് വേരിയബിൾ എവിടെ എടുക്കാൻ പറ്റുള്ളൂ? ഇതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മനസ്സിലാക്കുക. അപ്പോൾ അതാണ് എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ 19.5 എനിക്ക് എവിടെ എടുക്കാം? ഇവിടെ എടുക്കാം. രണ്ടാമത്തേൽ എടുക്കാം, ഫസ്റ്റത്തിൽ എടുക്കാൻ പറ്റില്ല. സോ ഫസ്റ്റത്തെ ടേബിൾ എന്തിനെ പറ്റുള്ളൂ? ഫസ്റ്റത്തെ ടേബിൾ എന്തിനാ പ്രിഫർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് പ്രിഫേർഡ് ഫോർ ഡിസ്ക്രീറ്റ്, യൂസ്വലി അപ്ലിക്കബിൾ ഫോർ ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. ഇൻറ്റീജർ ആയിട്ടുള്ള വരുന്ന വാല്യൂസിനാണ് നമ്മൾ ഈ പറയുന്ന കേസ് എടുക്കുന്നത്. ഡിസ്ക്രീറ്റ് വേരിയബിൾസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കണം, രണ്ടാമത്തെ കേസ് എടുക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് മനസ്സിലാക്കി എടുക്കണം.
ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഡെസിമൽ വാല്യൂ വരുന്ന സമയത്ത് നമ്മൾ ഏതാ എടുക്കേണ്ടത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഈ പറയുന്ന സാധനത്തിൻ്റെ പേരാണ്. പേരിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ upper class limit of the class and lower class limit of the second class are different. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. upper class limit of the class and lower class of the next class are different. പിന്നെ ഇതിൽ നമുക്കൊരു ഒബ്സർവേഷൻ വന്നു, 90 എന്നുള്ള ഒബ്സർവേഷൻ വന്നു. ഇവിടെ എടുക്കാം, 90 എന്നുള്ള ഒബ്സർവേഷൻ വന്നു, ഇവിടെ എടുക്കാം. നേരെ മറിച്ച് നമ്മൾ രണ്ടാമത്തെ കേസിൽ വന്നു കഴിഞ്ഞാൽ upper class limit of the class and lower class limit of the next class are overlapping. അങ്ങനെ ഓവർലാപ്പിംഗ് വന്നതുകൊണ്ട് ഇപ്പോൾ 20 എന്നുള്ളൊരു ഒബ്സർവേഷൻ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെ എടുക്കാൻ പറ്റും? ഞാൻ 20 എന്നുള്ള ഒബ്സർവേഷൻ ആ ടേബിൾ എടുക്കണോ, ഈ ടേബിൾ എടുക്കണോ, ഇവിടെ മുകളിൽ എടുക്കണോ, താഴെ എടുക്കണോ? കൺഫ്യൂഷനാണ്. 20 മുകളിൽ എടുക്കണോ, താഴെ എടുക്കണോ? കൺഫ്യൂഷനാണ്. അപ്പോൾ അത്തരം കേസിൽ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when the value becomes equal to the upper class limit, it is excluded from the class interval where it is upper class limit and included in the class interval where it is a lower class limit. അപ്പോൾ 20 എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടുന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. 20 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലും എക്സ്ക്ലൂഡ് ചെയ്യണം, എന്നിട്ട് അടുത്ത ക്ലാസ് ഇൻ്റർവെൽ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പേര് എന്ത് വന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന പേര് വന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് എന്നുള്ള പേര് എവിടുന്നാണ് വന്നത്? നമ്മൾ എടുക്കുന്ന വാല്യൂ ആ ഓവർലാപ്പിംഗ് വരുന്ന വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ക്ലാസ് ഇൻ്റർവൽ വേർ ഇറ്റ് ഇസ് അപ്പർ ക്ലാസ് ലിമിറ്റ്, ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ലിമിറ്റ് വേർ ഇറ്റ് ഇസ് ലോവർ ക്ലാസ് ലിമിറ്റ്. ഈ ചാപ്റ്ററിൽ ഇതുവരെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനം ഇതാണ്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ കണക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ പോയിൻറ്റ്സ് ഒരു എക്സാമ്പിൾ എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സാമ്പിൾ പഠിച്ചു വെക്കാം, ബാക്കി എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൽ പറഞ്ഞു it is excluded from the class where the upper class limit included where is the lower class limit. ഇനി here ഇത് രണ്ടും സെയിം ആണ്. upper class limit of an interval and the LCL of the next interval are the same. ഇനി അടുത്ത പോയിന്റ് ആണ് ക്ലാസ് ബൗണ്ടറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. 10 to 19 എന്ന ക്ലാസ്, അടുത്തത് 20 to 29 എന്ന ക്ലാസ് വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫില്ല് ചെയ്തിട്ട് ഇവർ രണ്ടും കൂടെ ഷെയർ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സാധനത്തിനാണ് ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത്? ഇടയിലെ ഗ്യാപ്പ് ഇവർ മണ്ണിട്ട് നികത്തി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തെടുത്തു. ആ വരുന്ന സാധനമാണ് ക്ലാസ് ബൗണ്ടറി. ഇപ്പോൾ ക്ലാസ് ബൗണ്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേസിൽ ഇത് ക്ലാസ് ബൗണ്ടറി എവിടെ വരാം? ഇത് നമ്മൾ പറഞ്ഞ ലോവർ ക്ലാസ് ലിമിറ്റ്, ദിസ് ഇസ് അപ്പർ ക്ലാസ് ലിമിറ്റ്. അപ്പോൾ ക്ലാസ് ബൗണ്ടറി എവിടെ ഉള്ളത്? അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ഡിഫറൻസ് ബൈ 2 എന്ത് കിട്ടും? നമുക്ക് അപ്പർ ക്ലാസ് ബൗണ്ടറി കിട്ടും. അതേമാതിരി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവില്ല, ഇതേപോലെ ഇപ്പുറത്തും ഉണ്ടാവില്ല ആൾക്കാർ, അതും ഇവർ തമ്മിൽ ഇതേപോലെ ഷെയർ ചെയ്തെടുക്കുന്ന സമയത്ത് ലോവർ ക്ലാസ് ബൗണ്ടറി എന്താ വരിക? ലോവർ ക്ലാസ് ലിമിറ്റ് മൈനസ് d/2. അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കോട്ട് വരുമ്പോൾ നമുക്ക് അവിടെയും ലോവർ ക്ലാസ് ബൗണ്ടറി കിട്ടും. അപ്പോൾ ലോവർ ക്ലാസ് ബൗണ്ടറി, അപ്പർ ക്ലാസ് ബൗണ്ടറി എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക, എടുക്കുക. ഇനി നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഏത് കേസാണ്? ഇത് മ്യൂച്വലി ഇൻക്ലൂസീവിൻ്റെ കേസാണ്. അവിടെ എന്തില്ല? ഓവർലാപ്പിംഗ് അല്ല. ഇനി ഓവർലാപ്പിംഗ് വന്ന കേസ് വന്നാലോ? 10 to 20, 20 to 30, 30 to 40. ഇവിടെ ഇടയിൽ ഗ്യാപ്പില്ലെങ്കിൽ പിന്നെ നമുക്കവിടെ പ്രത്യേകിച്ച് മതിൽ കെട്ടാൻ കഴിയില്ല, ഇടയിലൊന്നും ഷെയർ ചെയ്യാനൊന്നുമില്ല. സോ ഇത്തരം കേസിൽ എന്തായിട്ട് മാറും? അപ്പർ ക്ലാസ് ലിമിറ്റ് ബിക്കംസ് ഈക്വൽ ടു അപ്പർ ക്ലാസ് ബൗണ്ടറി, ലോവർ ക്ലാസ് ലിമിറ്റ് ബിക്കംസ് ഈക്വൽ ടു ലോവർ ക്ലാസ് ബൗണ്ടറി. കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഒജീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ അതിൽ കണ്ടിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ടേബിൾ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കേസ്, നമ്മളെ കേസിൽ ഈ പറയുന്ന കേസ് ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ICL മെറ്റീരിയലുള്ള കേസാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 36 BBA സ്റ്റുഡൻസ്. ഇപ്പോൾ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലാസ് ലിമിറ്റാണ് 44 to 48. നമ്മളിതിൽ ലോവർ ക്ലാസ് ബൗണ്ടറി എടുത്താൽ എന്ത് വരും? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ നേരമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. ഇതിൻ്റെ അപ്പർ ക്ലാസ് ബൗണ്ടറി എന്താ വരിക? അപ്പർ ക്ലാസ് ബൗണ്ടറി എത്ര വരും? 48.5. ലോവർ ക്ലാസ് ബൗണ്ടറി എത്ര വരാം? 43.5. ഇവിടെ എത്ര വരും? 48.5. ഇത് എത്ര വരിക? 53.5. ഇങ്ങനെ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ അതിൻ്റെ നമുക്ക് അപ്പർ ക്ലാസ് ബൗണ്ടറി, ലോവർ ക്ലാസ് ബൗണ്ടറി എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീക്വൻസി നമ്മൾ ഏതാണെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ 43.5 ആണല്ലോ ലോവർ ക്ലാസ് ബൗണ്ടറി. അപ്പോൾ ഇവിടെ ഇഫ് ഐ എം റൈറ്റിംഗ് ഫ്രീക്വൻസി ഓഫ്
the number of observations which is less than 43.5 എന്നെടുത്താൽ എന്താ വരിക ഇവിടെ 0 എന്നാണ് വരിക അല്ലേ? കാരണം നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന പേജ് മറന്നുപോലേക്ക് അവിടെ നമ്മൾ കുറേ മുന്നോട്ട് പോകും. നമ്മളെടുക്കുന്ന ഈ പറയുന്ന കേസ് നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഡാറ്റ തന്നിട്ടുള്ള 36 BBA സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടെ 44 ആണ് ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത്. അതിനെക്കാട്ടി താഴെ എത്ര പേരുണ്ട്? 0 അല്ലേ? അപ്പോൾ 43.5ൻ്റെ താഴെയാണ് ചോദിച്ചത്. സോ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 0. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഈ പറയുന്നത്. 43.5നെക്കാട്ടി താഴെ എന്ന് പറഞ്ഞപ്പോൾ വാട്ട് ഇസ് ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വിച്ച് ഇസ് ലെസ് ദാൻ ലോവർ ക്ലാസ് ബൗണ്ടറി. ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇസ് ലെസ് ദാൻ ലോവർ ക്ലാസ് ബൗണ്ടറി. അപ്പോൾ ആ ലോവർ ക്ലാസ് ബൗണ്ടറിന് താഴെ നിൽക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നോക്കിയാൽ the less than type cumulative frequency is shows a number of observations less than up to lower class boundary. അപ്പോൾ 43.5ൻ്റെ താഴെ നിൽക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ എത്ര വരുന്നത്? 0. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ, ഈ ലോവർ ക്ലാസ് ബൗണ്ടറിയുടെ മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ഗ്രേറ്റർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഏറ്റവും കുറവ് 44 ആണ്. അതിൻ്റെ താഴത്താണ് നമ്മൾ 43.5 എടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ടാവും? എല്ലാവരും ഉണ്ടാവും. 36 പേരുണ്ടാവും. അപ്പോൾ ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 0 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ, ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ ഇവിടെ 36. ആ 36 ആണ് അവിടെ വരിക. ഇനി അടുത്ത സ്റ്റേജ് ഇപ്പോൾ 48.5 അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വരുന്ന ലോവർ ക്ലാസ് ബൗണ്ടറി 48.5. ഈ 48.5നെക്കാട്ടി താഴെ എത്ര ആൾക്കാരുണ്ടാവും? ഇവിടെ നോക്കിയാൽ പോരെ, ആ വാല്യൂ അവിടെ വരിക അല്ലേ? കാരണം നമ്മൾ എടുക്കുന്ന 44 to 48 3 ആൾക്കാരുള്ളത്. ഇപ്പോൾ 48.5നെക്കാട്ടി താഴെ എത്ര ആൾക്കാരുണ്ടാവും? 3 ആൾക്കാർ. ഇനി അതിനെക്കാട്ടി ഗ്രേറ്റർ എത്ര ആൾക്കാരുണ്ടാവും? 36 3 പേര് ഇതിൻ്റെ താഴെ ഉണ്ട്. ഇപ്പോൾ ബാക്കി എത്ര ആളുണ്ടാവും? 36 - 3 ഇവിടെ 33 ആൾക്കാരുണ്ടാവും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മൾ പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മോർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ? ഷോസ് എ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വിച്ച് ഇസ് മോർ ദാൻ ലോവർ ക്ലാസ് ബൗണ്ടറി. ഓക്കെ, ഡെഫിനിഷനായിട്ട് ചോദിക്കുകയല്ല ചെയ്യുക. ഓപ്ഷൻസിൽ ഡെഫിനിഷൻ ഉണ്ടാവും, നമ്മളത് ക്ലിക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വിച്ച് ഇസ് ലെസ് ദാൻ ലോവർ ക്ലാസ് ബൗണ്ടറി. ഗ്രേറ്റർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ലോവർ ക്ലാസ് ബൗണ്ടറി. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? ലെസ് ദാൻ ടൈപ്പും ഗ്രേറ്റർ ദാൻ ടൈപ്പും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? ടോട്ടൽ ഫ്രീക്വൻസി. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ വരുമ്പോൾ ആ സമയത്ത് ഒന്നുകൂടി പറയാം. ഇനി മിഡ് പോയിന്റ് ഓർ മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ LCL പ്ലസ് UCL. LCL എന്താ? ലോവർ ക്ലാസ് ബൗണ്ട് ലിമിറ്റ്. UCL അപ്പർ ക്ലാസ് ലിമിറ്റ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് വാല്യൂ എന്ന് പറയാം. അതിന് മിഡ് പോയിന്റ് എന്നും പറയാം, ക്ലാസ് മാർക്ക് എന്നും പറയാം. അപ്പോൾ ക്ലാസ് മാർക്ക് എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഇപ്പോൾ ക്ലാസ് മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCL പ്ലസ് UCL ബൈ 2 എന്നെടുക്കാം. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു ലോവർ ക്ലാസ് ബൗണ്ടറി പ്ലസ് അപ്പർ ക്ലാസ് ബൗണ്ടറി ബൈ 2 എന്നെടുക്കാം. ഇവിടെ നമ്മൾ ക്ലാസ് ബൗണ്ടറി എഴുതിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ക്ലാസ് ലിമിറ്റ് ഓക്കെ, നമ്മളിവിടെ എത്തിയപ്പോൾ മിഡ് പോയിന്റ് പറഞ്ഞു. ഇനി ഈ ഒരു ചെറിയൊരു സംഭവം മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള സാധനമാണ്, തിയറി ക്വസ്റ്റ്യൻ ആയിട്ട്. വാട്ട് ഇസ് ഫ്രീക്വൻസി ഡെൻസിറ്റി? കാരണം എന്താ പറയുക, മെറ്റീരിയൽ ഇങ്ങനെ ഒരു പാരഗ്രാഫിനുള്ളിൽ ചെറിയൊരു പോയിൻ്റായിട്ട് പോകുന്നതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ ചോദിച്ചിട്ടുള്ള സാധനമാണ്. വാട്ട് ഇസ് ഫ്രീക്വൻസി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ ടു ദ കറസ്പോണ്ടിങ് ക്ലാസ് ലെങ്ത്. ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ടേബിൾ താഴെ കാണാം. ഇവിടെ ഞാൻ ആ വെയിറ്റ് എടുത്തിട്ടുണ്ട്. ലോവർ ക്ലാസ് ബൗണ്ടറി കാണിച്ചു, അപ്പർ ക്ലാസ് ബൗണ്ടറി കാണിച്ചു, ഫ്രീക്വൻസി കാണിച്ചു, ക്ലാസ് ലെങ്ത് കാണിച്ചു. സോ ഫ്രീക്വൻസി ഡെൻസിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. ഫ്രീക്വൻസി ഡെൻസിറ്റി മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള സാധനമാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ക്ലാസ് ഇൻ്റർവൽ ടു കറസ്പോണ്ടിങ് ക്ലാസ് ലെങ്ത്. അപ്പോൾ എന്താണ് ക്ലാസ് ലെങ്ത്? എങ്ങനെ ക്ലാസ് ലെങ്ത് എടുക്കുന്നത്? ഹൗ ഡു യു ഫൈൻഡ് ക്ലാസ് ലെങ്ത്? ഇവിടെ ഞാൻ മുന്നേ ഇവിടെ പറഞ്ഞിട്ടില്ല. എങ്ങനെ നമ്മൾ ക്ലാസ് ലെങ്ത് എടുക്കുന്നത്? ഹൗ ഡു യു ഫൈൻഡ് ക്ലാസ് ലെങ്ത്? ക്ലാസ് ലെങ്ത് എങ്ങനെ എടുക്കുന്നത്? ആരൊന്നും മിണ്ടില്ലല്ലോ, റെസ്പോൺസ് വരെ ലേറ്റ് ആയിട്ടാണോ? വാട്ട് ഇസ് ക്ലാസ് ലെങ്ത്?
റേഷ്യോ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസിൻ്റെ ഒരു കറസ്പോണ്ടിങ് ക്ലാസ് ലെങ്ത് ആണ്. അപ്പോൾ എന്താ ക്ലാസ് ലെങ്ത് എങ്ങനെ എടുക്കണ്ടേ? ഹൗ ഡു യു ഫൈൻഡ് ക്ലാസ് ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണ്? ക്ലാസ് ലെങ്ത് എടുക്കേണ്ടത് 2 ഓപ്ഷൻസ് ഞാൻ പറയാം. ഇതിൽ ഏതാ ശരിയെന്ന് പറയാം. അപ്പർ ക്ലാസ് ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ്, അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി. ഇതിൽ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ചൂസ് വൺ ഫ്രം ദിസ്, ഏതാ നിങ്ങൾ എടുക്കേണ്ടത്? ദ കറക്റ്റ് ആൻസർ വിൽ ബി സെക്കൻഡ് വൺ. അപ്പോൾ ആദ്യത്തത് ശരിയാവൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവും only when the data is ഏത് ടൈപ്പ് ആകുമ്പോഴാണ് ശരിയാവുക? when it is of mutually ഓവർലാപ്പിംഗ് കേസിലാണ് അത് ട്രൂ ആവുന്നത്. നോൺ ഓവർലാപ്പിംഗ് കേസിൽ ട്രൂ ആവില്ല. സോ ഇത് 2 സ്ഥലത്തും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബെസ്റ്റ് ആൻസർ. when you are having a question what is class length എന്നുള്ള ക്വസ്റ്റ്യനിൽ ക്ലാസ് ലെങ്ത് ഇസ് അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ്. അത് 2 കേസിലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പർ ക്ലാസ് ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇൻ്റർവൽ ഇങ്ങനെ വരണം, 10 to 20, 20 to 30. ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ ശരിയാവും. UCL മൈനസ് LCL മൈനസ് UCL അല്ലെങ്കിൽ UCL മൈനസ് LCL എന്ന് എടുത്താൽ ശരിയാവും. അത് വന്നാൽ അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ 10 to 19, 20 to 29 ഇങ്ങനത്തെ കേസിലെടുത്താൽ ഇത് ശരിയാവില്ല. അപ്പോൾ അത് എപ്പോഴും ക്ലാസ് ലെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ക്ലാസ് ഇൻ്റർവൽ ടു ദ ടോട്ടൽ ഫ്രീക്വൻസി. പേരിൽ തന്നെ അല്ലേ റിലേറ്റീവ് ഫ്രീക്വൻസി. ക്ലാസ് ഇൻ്റർവെലിൻ്റെ ഫ്രീക്വൻസിയും ടോട്ടൽ ഫ്രീക്വൻസി നമ്മുടെ റേഷ്യോ ആണ് റിലേറ്റീവ് ഫ്രീക്വൻസി. പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന പറയുന്ന സാധനമാണ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി. ഇതിൽ ഈ സാധനമാണ് പലതവണ വന്നിട്ടുള്ളത് ഫ്രീക്വൻസി ഡെൻസിറ്റി. മറ്റേത് ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെക്കാം. റിലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ടുള്ള റേഷ്യോ, അതിന് പെർസെൻറ്റേജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഫ്രീക്വൻസി. അതെല്ലാം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റീവിൻ്റെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളോട് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ടോട്ടലിൻ്റെ കേസും എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് 2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ ടൈപ്പും ഗ്രേറ്റർ ദാൻ ടൈപ്പും കൂടെ ആഡ് ചെയ്ത് എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, ആ പോയിന്റ് വിട്ടുപോരുത്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ തുടങ്ങുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് സാധനമാണ് ഹിസ്റ്റോഗ്രാം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള സ്റ്റെപ്സൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് ലിമിറ്റിനെ ക്ലാസ് ബൗണ്ടറിയിലേക്ക് മാറ്റുക. അതെവിടെ പ്ലോട്ട് ചെയ്യണം? ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഇവിടെ ക്ലാസ് ലിമിറ്റിനെ ക്ലാസ് ബൗണ്ടറിയിലേക്ക് മാറ്റിയിട്ട് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്തെടുക്കണം? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന കേസിൽ ഫ്രീക്വൻസി എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് എന്തെടുക്കുന്നു? ക്ലാസ് ബൗണ്ടറി എക്സ് ആക്സിസിൽ എടുക്കുന്നു, ഫ്രീക്വൻസി ഇപ്പുറത്ത് എടുക്കുന്നു. എന്നിട്ട് ആ ക്ലാസ് ബൗണ്ടറി ഇപ്പോൾ നമ്മൾ എടുക്കുന്ന 43.5 to 48.5 ഇതല്ല ക്ലാസ് ബൗണ്ടറി വരിക. അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഹൈറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സാധനമാണ് ഇതിൻ്റെ പേരാണെന്ത്? ഹിസ്റ്റോഗ്രാം. ഇവിടെ വരുന്ന പേര് ഹിസ്റ്റോഗ്രാം ആണ്. അപ്പോൾ അവിടെ എടുക്കുന്നത് ക്ലാസ് ലിമിറ്റ് ആൻഡ് ക്ലാസ് ബൗണ്ടറീസ് എടുത്തു. ഫോം റെക്ടാങ്കിൾസ് ടേക്കിംഗ് ക്ലാസ് ഇൻ്റർവൽ ആസ് ദ ബേസ് ആൻഡ് ഫ്രീക്വൻസി ആസ് എ ഹൈറ്റ്. 2 പോയിന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഇതിലായിട്ട് ഒരു പോയിന്റും കൂടെ ഉണ്ട്. ആ പോയിന്റ് പറയുന്നത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ 3ാമത്തെ പോയിന്റ്, അതും ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? സെയിം ക്ലാസ് ലെങ്ത് ആണ് അല്ലേ? സെയിം ക്ലാസ് ലെങ്ത് അല്ലേ? 43.5 to 48.5, അടുത്ത 48.5 to 53.5, ഇതെല്ലാം സെയിം ക്ലാസ് ലെങ്ത് ആണ്. പക്ഷേ ക്ലാസ് ലെങ്ത് ഡിഫറൻസ് വരാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലാസ് ലെങ്ത് വേരിയബിൾ വരുന്നുണ്ട്. നമ്മൾ എക്സസൈസിൽ മൊത്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ആളുകളാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത ആളുകളാണെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാവും ചില പ്രോബ്ലത്തിൽ ക്ലാസ് ലെങ്ത് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ് ലെങ്ത് ഡിഫറൻറ്റ് വരുന്ന കേസ് വരാം. അങ്ങനെ ക്ലാസ് ലെങ്ത് ഡിഫറൻറ്റ് വന്നാൽ ഇവിടെ പറയുന്നത് യൂസ് ഫ്രീക്വൻസി ഡെൻസിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഫ്രീക്വൻസി ഇൻ കേസ് ഓഫ് അൺഈവൻ ക്ലാസ് ലെങ്ത്. അപ്പോൾ ഇവിടെ ക്ലാസ് ലെങ്ത് മാറിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഉപയോഗിക്കണം? ഫ്രീക്വൻസി ഡെൻസിറ്റി എടുക്കണം. അപ്പോൾ എന്താ വ്യത്യാസം? ക്ലാസ് ലെങ്ത് വേരിയബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് ഫ്രീക്വൻസി എടുക്കുന്നതിന് പകരം ഫ്രീക്വൻസി ഡെൻസിറ്റിയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സാധനം അതെന്താണ്? ദിസ് ഇസ് ഈ ഡാറ്റ എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓർ ഇതിനെ നമുക്ക് എന്തും പറയാം? കണ്ടിന്യൂസ് എന്ന് പറയാം. ഇത് ക്വസ്റ്റ്യനിലുള്ള പോയിന്റ്സ് ആണ്. MCQയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. ഹിസ്റ്റോഗ്രാമിൽ എടുക്കുന്ന സമയത്ത് ദ ഡാറ്റ ഈസ് ഓഫ് വാട്ട് കൈൻഡ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഉണ്ട്. രണ്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ,
ഇനി ഫ്രീക്വൻസി പോളിഗൺ. ഇപ്പം ഇതൊക്കെ ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നമുക്ക് ഒരിക്കലും ഗ്രാഫ് വരയ്ക്കാനല്ല പറയുന്നത്, പക്ഷേ ഗ്രാഫിൽ വരയ്ക്കുന്ന സാധനങ്ങളും എങ്ങനെ വരയ്ക്കുന്നു, എന്തെടുക്കുന്നു, എന്തൊക്കെയാണ് അവിടെ പാരാമീറ്റേഴ്സ് വരുന്നത്, അതിലെന്തൊക്കെയാണ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്, തിയറി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഫ്രീക്വൻസി പോളിഗൺ. എന്താണ് ഫ്രീക്വൻസി പോളിഗൺ? അത് പ്രിഫർ ചെയ്യുന്നത് ഇറ്റ് ഇസ് പ്രിഫേർഡ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. പ്രിഫേർഡ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. പ്രിഫർ ചെയ്യുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കാണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇഫ് ദ ക്ലാസ് ലെങ്ത് ആർ ഈക്വൽ. ഇപ്പോൾ ക്ലാസ് ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്ലാസ് ലെങ്ത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ എടുക്കാം. പക്ഷേ അവിടെ എടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ എന്താ എടുക്കേണ്ടത്? മിഡ് വാല്യൂ ആണ് എടുക്കുന്നത്. ഗ്രൂപ്പ് ഡാറ്റ ആണെങ്കിൽ മിഡ് വാല്യൂസ് ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഇവിടെ XI എടുക്കുന്ന സമയത്ത് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ എക്സ് ഫ്രീക്വൻസി. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ. നേരെ മറിച്ച് നമ്മൾ ഇപ്പുറത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ്ഡ് ഡാറ്റൻ്റെ കേസിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം? ഗ്രൂപ്പ്ഡ് ഡാറ്റൻ്റെ കേസിൽ നമ്മൾ എന്തെടുക്കേണ്ടത്? ഇവിടെ എടുക്കുന്നത് മിഡ് പോയിൻറ്റ്സ് ആയിട്ട് എടുക്കണം. ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ മിഡ് പോയിൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മളവിടെ വരയ്ക്കാൻ. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ എന്നുള്ളത് ശരിക്കും ഒരു ലൈൻ ഡയഗ്രാണ്. ഫ്രീക്വൻസി പോളിഗൺ ലൈൻ ഡയഗ്രാണ്, ഹിസ്റ്റോഗ്രാം ബാർ ഡയഗ്രാണ്. ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ ലൈൻ ഡയഗ്രാം ആയതുകൊണ്ട് നമ്മളിവിടെ എക്സിന് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആണ് എടുക്കുന്നത്, കോർഡിനേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് ലെങ്ത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ 43 to 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലിമിറ്റാണ്. അപ്പോൾ അത് നമുക്കൊരു പോയിൻ്റ് ആയിട്ട് എടുക്കണം. നമ്മൾ എന്താ എടുക്കേണ്ടത്? അതിനെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് വേണം എക്സിൽ എടുക്കാൻ. മിഡ് പോയിൻ്റ് എടുക്കുന്നു, ഇപ്പുറത്ത് ഫ്രീക്വൻസി എടുക്കുന്നു. സോ അത് മനസ്സിലാക്കി വെക്കാം. ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ യു ആർ ടേക്കിംഗ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മിഡ് പോയിൻ്റ് വേറെ 1-2 പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പ്ലോട്ട് ചെയ്തിട്ട് അതിനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ ഡയഗ്രാംസ് ആയിട്ട് വരയ്ക്കുന്നു. ആൻഡ് യു പ്ലോട്ടിങ് ഇറ്റ് ഡൗൺ. വരച്ച് വരുമ്പോൾ ഇങ്ങനൊരു ഷേപ്പിലേക്ക് വരും, ഒരു പോളിഗൺ ഷേപ്പ്, ഒരു ട്രയാങ്കിൾ പോലെ. ട്രയാങ്കിളൊന്നുമല്ല, ബട്ട് ഇറ്റ് ഇസ് എ പോളിഗൺ. അപ്പോൾ പോളിഗൺ ഷേപ്പിൽ വരുന്നതുകൊണ്ട് അതിനെ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഇഫ് സംബഡി ക്യാൻ ഹാൻഡിൽ ദിസ്. ജോഡിയുടെ ബ്രദർ സ്നേഹിക്കുന്ന പെണ്ണ് ആരോ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനും പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് എന്തായാലും എക്സാമിൻ്റെ തിരക്കിലായതുകൊണ്ട് എക്സാം കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് ഹാൻഡിൽ ചെയ്യണം കേട്ടോ അവിടെ ജോഡിയുടെ കേസ്. എക്സാം കഴിഞ്ഞിട്ട് എക്സാമിനിടയിൽ നമുക്കിവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, എനിക്ക് ശ്വാസം എടുക്കാൻ പോലും സമയമില്ല. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ അന്വേഷണമൊക്കെ നടക്കാൻ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ. ഒഗ്യൂസ് ഓർ ക്യുമുലേറ്റീവ് ഗ്രാഫ്. ഇത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നുള്ള ആദ്യം നോക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു, ഉത്തരം നിങ്ങളോട് പറയാൻ പറഞ്ഞു, നിങ്ങളാണ് റെസ്പോണ്ട് ചെയ്തത്, ഞാൻ അതിന് ആൻസർ പറഞ്ഞിട്ടില്ല ഇന്നലെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഒഗ്യൂസ് എന്താണ് ഒഗ്യൂസിലെടുക്കുന്നത്? ഒഗ്യൂസിലെടുക്കുന്നത് ഒരു സൈഡിൽ എക്സ് ആക്സിസിൽ എന്താ എടുക്കുന്നത്? ക്രിയേറ്റ് എ ടേബിൾ വേർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ എടുക്കുന്നു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈസ് മാർക്ഡ് അഗെയിൻസ്റ്റ് ക്ലാസ് ബൗണ്ടറി. എന്താ എടുക്കുന്നത്? ഒരു ഭാഗത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കുന്നത്, ഇപ്പുറത്തെ ഭാഗത്ത് എന്താ എടുക്കുന്നത്? ക്ലാസ് ബൗണ്ടറി. നിങ്ങൾ ഇന്നലെ ഈ ആൻസർ ആണോ പറഞ്ഞത്? ആണോ? ആണെങ്കിൽ യെസ്. ഒരു ഭാഗത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സാർ, ഇത് എന്തായാലും വരുന്നല്ല പറയുന്നത്. അപ്പോൾ ഇതിന് ഇതേപോലെ തന്നെയല്ല ബാക്കി ഗ്രാഫും. അപ്പോൾ ഇതിൽ ഈ ഗ്രാഫിനെ കുറിച്ച്, ഈ പാരാമീറ്ററിനെ കുറിച്ച് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ബാക്കി ഏത് ഗ്രാഫിനെ കുറിച്ചും എക്സിലും വൈലും എന്താണ് എടുക്കുന്നത്, എങ്ങനെ വരയ്ക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടല്ല ഞാനിത് എല്ലാ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എന്താണ് ഇവിടെ എടുക്കുന്നത്, എന്താണ് എക്സിൽ എടുക്കുന്നത്, എന്താണ് വൈൽ എടുക്കുന്നത്, എന്താണ് എക്സിൽ ഇവിടെ ഒക്കെ പറഞ്ഞു. നമ്മളെടുത്ത ഗ്രാഫ് ഇവിടെ നിന്നല്ല തുടങ്ങിയ ഹിസ്റ്റോഗ്രാം എന്ന് എന്താണ് എക്സിൽ എടുക്കുന്നത്, എന്താണ് വൈൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് എക്സിൽ എടുക്കുന്നത്, എന്താണ് വൈൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് എക്സിൽ എടുക്കുന്നത്, എന്താണ് വൈൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പറയുന്നത് എന്താണ്? ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കി എന്ത് ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കേണ്ടത്? ക്ലാസ് ബൗണ്ടറി എടുക്കുന്നു, ഇപ്പുറത്തെ സൈഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്നു. അപ്പോൾ ആ ബേസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനമാണ് എന്ത്? ലെസ് ദാൻ ടൈപ്പ്. ഇത് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. കാരണം നമ്മൾ പൊതുവേ പറയുന്നത് എന്താ? കുറഞ്ഞു വരുന്ന സാധനത്തിനാണല്ലോ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആളാണല്ലോ കുറഞ്ഞു വരുന്നത്, ഇതാണല്ലോ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനെ അറിയാതെ ലെസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ലെസ് ദാൻ ടൈപ്പ്. ഈ സാധനം കാണുന്നതാണ് ഗ്രേറ്റർ ദാൻ ടൈപ്പ്.
ഓക്കെ, പേര് അങ്ങോട്ട് മാറിപ്പോകാതിരിക്കാം. ഇതിങ്ങനെ വരച്ചിട്ട് ഏതാണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം. എങ്ങനെയാണ് എടുക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കുക. വി ആർ ടേക്കിംഗ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓൺ വൈ ആക്സിസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ആ വൈ ആക്സിസിൻ്റെ ബേസിൽ ലെസ് ദാൻ ടൈപ്പ് 0-ലും 40 ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്ലാസ് ബൗണ്ടറി ആ ബേസിൽ നമ്മൾ ജസ്റ്റ് ഗ്രാഫ് വരച്ച് പോവാം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞൊന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴത്തേക്ക് കിട്ടുന്ന സാധനം അതിനെന്താ പറയുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് ഒജീവ്സ്, ഇങ്ങോട്ട് വരയ്ക്കുന്ന സാധനം ഒജീവ്, ഇങ്ങോട്ട് വരയ്ക്കുന്ന സാധനം ഒജീവ്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കിട്ടുന്ന സാധനം എന്താണ്? മീഡിയൻ ആണ്. മീഡിയൻ എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. മീഡിയൻ, ആ മീഡിയൻ എന്തിന് ഈക്വൽ ആവും? ബിക്കംസ് ഈക്വൽ ടു സെക്കൻഡ് ക്വാർട്ടൈൽ ഈക്വൽ ടു D5 ഈക്വൽ ടു P50. സെക്കൻഡ് ക്വാർട്ടൈൽ, 5th ഡെസൈൽ, 50th പെർസെൻറ്റൈൽ. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇവിടെ തന്നെ അതൊരു പോയിന്റും കൂടെ ഉണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ ഫൈൻഡിങ് ക്വാർട്ടൈൽസ്. അപ്പോൾ ഒജീവ്സിന് എന്തൊക്കെ കിട്ടും? മീഡിയൻ കിട്ടും. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ സെൻറ്റർ പോയിന്റിന് ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഫോർ ഫൈൻഡിങ് ക്വാർട്ടൈൽസ്. ഓക്കെ, യെസ് അജ്ന ആൻഡ് അഫ്സൽ, മീഡിയൻ ആണ് ആ പോയിന്റ് വരുന്നത്. മീഡിയൻ ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന Q2 ആണ്, ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി മീഡിയൻ. രണ്ടും ഒന്ന് തന്നെയാണ്, ന്യൂമറിക്കലി ഈക്വൽ ആണല്ല. ഓക്കെ, ഇനി അടുത്ത ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീക്വൻസി കർവ്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അധികം നേരം ക്ലാസ് എടുക്കാൻ പറ്റുന്നു. ഫ്രീക്വൻസി കർവ് മാത്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്ത് കുറേ സമയം എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് സമയം എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ഹിസ്റ്റോഗ്രാം ഓർ ഫ്രീക്വൻസി പോളിഗൺ. എന്താ ഇവിടെ ഉള്ളത്? ഓർ. അപ്പോൾ ഓപ്ഷൻ എന്താ വരിക? A or B. Frequency curve is a limiting form of option A, histogram, B, frequency polygon. And the answer is C, D. Option C, A or B. Option D, A and B. എന്താ എടുക്കേണ്ടത്? ഓപ്ഷൻ സി, A or B. ഇതാണ് പറയുന്നത്, മനസ്സിലാക്കണം. ഓറാണ് അവിടെ വരുന്നത്. അത് ഫ്രീക്വൻസി ലിമിറ്റിംഗ് ഫോം ഓഫ് ഹിസ്റ്റോഗ്രാം ഇതിൻ്റെ ലിമിറ്റിംഗ് ഫോം ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ലിമിറ്റിംഗ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുവ് കൂടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവർ വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന സാധനമാണ് എന്ത്? ഫ്രീക്വൻസി കർവ്. അതല്ല, ഈ കാണുന്ന ഡയഗ്രത്തിലും വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലും അത് ഫ്രീക്വൻസി കർവ് ആണ്. അപ്പോൾ ആ സംഭവം രണ്ടിനും സാറ്റിസ്ഫൈ ചെയ്യും. ഫ്രീക്വൻസി കർവ് ഇസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ഹിസ്റ്റോഗ്രാം ഓർ ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ആൻസർ A or B ആണ്, A and B അല്ല. ഇനി ഇറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ഡ്രോയിങ് എ സ്മൂത്ത് ആൻഡ് ഫ്രീ കർവ് നമ്മൾ വരച്ചു. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഷേപ്സ്, കാണുന്ന ഷേപ്സ് ബെൽ ഷേപ്പ്, യു ഷേപ്പ്, ജെ ഷേപ്പ്, മിക്സ്ഡ്. ഇപ്പോൾ ഇത് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൻ്റെ ഷേപ്പ് ബേസിൽ. പ്രൊഡക്റ്റ് ലൈഫ് ഓഫ് എ കമ്പനിയുടെ ലൈഫ്, ആളെ ലൈഫ്, നമ്മളെ ലൈഫ് ഇല്ലേ. നമ്മളിങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് നല്ല ആരോഗ്യം കൂടി ഒരു സ്റ്റേജ് എത്തും. പിന്നെ ആരോഗ്യം കുറഞ്ഞ് വീണ്ടും നമ്മൾ അതേപോലെ മുകളിലേക്ക് നോക്കി കിടക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതാണ് നമ്മളെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ. വെൽത്ത്, നമ്മളതിൽ ഒരില്ലാത്ത ഒന്നും, നമ്മൾ ജനിച്ച സമയത്ത് നമ്മളതിൽ എന്താണ്ടോ? വി ഓൺ നത്തിങ്, നമുക്കൊന്നുമില്ല അല്ലേ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇൻകമൊക്കെ കൂടി നമുക്ക് ഇൻകം നല്ല ഹൈ സ്റ്റേജ് എത്തും. ആൻഡ് ദെൻ മേ ബി ഇറ്റ് മേ കം ഡൗൺ ആൻഡ് ബാക്ക് ടു സീറോ. പക്ഷേ അത് ഓവറോൾ പീരീഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏത് കമ്പനിയുടെ സൈക്കിൾ നോക്കിയാലും കമ്പനി ഗ്രോ ചെയ്ത് ടോപ്പിലെത്തി വീണ്ടും താഴത്തേക്ക് വരും. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസിലുള്ളതാണ്, മനസ്സിലാക്കിയെടുക്കാം. ഇതും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ജെ ഷേപ്പ് ഇതിൻ്റെ ഇവിടെ നിന്നാണ് ഇതാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒജീവ്സിൻ്റെ ഷേപ്പ് ഇത് ഏത് ഷേപ്പാണെന്നാണ് ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഐ വുഡ് സേ ഇറ്റ് ഇസ് എ ജെ ഷേപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റുഡൻസ് കൺഫ്യൂഷൻ പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ പറയുന്ന ആൻസർ അതല്ല സാർ ഞങ്ങൾ അങ്ങനെ പഠിച്ചെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. എസ് ഷേപ്പ് എന്നൊക്കെ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ജെ ഷേപ്പാണ്. അത് ഇഫ് യു അഗ്രി വിത്ത് മീ അത് ജെ ഷേപ്പായിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം ക്വസ്റ്റ്യൻസ്, ഇത് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഇതിലുള്ള എല്ലാ സാധനവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പോയിന്റ്, റിലേറ്റീവ് ഫ്രീക്വൻസി എന്താ വാല്യൂ? എന്താ റിലേറ്റീവ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഡെൻസിറ്റി അല്ല. എന്താ റിലേറ്റീവ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് കമ്പയർഡ് ടു ദ ടോട്ടൽ. ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് കമ്പയർഡ് ടു ദ ടോട്ടൽ. അത് ചിലപ്പോൾ 0 വരാം. ആ ക്ലാസ്സിൽ ആരും ഇല്ലെങ്കിൽ, ക്ലാസ് ഉദ്ദേശിച്ചത് നമ്മൾ ടേബിളിലാട്ടോ പറയുന്നത്, ആരും ഇല്ലെങ്കിൽ അത് 0 വരാം. ക്ലാസ്സിലുള്ള നമ്മളെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ആൾക്കാർ മൊത്തം ഗ്രൂപ്പിലാണ് വരുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ 1 വരും. ആൻസർ ഇസ് ബിറ്റ്വീൻ 0 and 1 ബോത്ത് ഇൻക്ലൂസീവ്. മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 55 ആൻസർ എന്ന് പറയും. 55 ആൻസർ
മോഡ് എവിടെ നിന്ന് കിട്ടുക? മോഡ് ഇസ് ഒബ്റ്റെയിൻ ഫ്രം, ആളുകൾക്ക് അറിയാത്, ഇതൊക്കെ പഠിച്ച ആളുകളാണ്. യെസ്, ഹിസ്റ്റോഗ്രാം. നിങ്ങൾ പറഞ്ഞതാ മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം. മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം 55ാമത്തെ ആൻസർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 55ൻ്റെ ആൻസർ ഹിസ്റ്റോഗ്രാം തന്നെ അല്ലേ? നിങ്ങളവിടെ ആൻസർ ബി എന്ന് കണ്ടപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നത്തെ ആൻസർ പറഞ്ഞായിരിക്കും. ഓക്കെ, ഇനി മീഡിയൻ എവിടെ നിന്ന് കിട്ടും? മീഡിയൻ എവിടെ നിന്ന് കിട്ടുക? മീഡിയൻ എവിടെ നിന്ന് കിട്ടും? ഇതൊക്കെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാനെല്ലാം ചോദിക്കുന്നൊന്നുമില്ല, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിക്കുന്നത്. മീഡിയൻ എവിടെ നിന്ന് കിട്ടും? മീഡിയൻ എവിടെ നിന്ന് കിട്ടുന്നത്? 56. ലെസ് ദാൻ ടൈപ്പോളജി നമ്മളെ കേസിൽ നമ്മൾ മെറ്റീരിയൽ ഇതേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ട്രൂ ആണ്. നമ്മൾ നമ്മുടെ മെറ്റീരിയൽ എഴുതിയിരിക്കുന്നത് ഇത് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, മീറ്റ് ചെയ്യുന്ന സ്ഥലത്തും താഴത്തേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് പോയിൻ്റാണ് മീഡിയൻ എന്നാണ് നമ്മുടെ മെറ്റീരിയൽ ഉള്ളത്. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത് ആക്ച്വലി ഞാൻ റെഫർ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ആ ഒരൊറ്റ കേർവൊന്നും തന്നെ നമുക്ക് മീഡിയൻ എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതെന്ന് നമ്മളെ ബിയോണ്ട് സ്കോപ്പ് ഓഫ് ആ ഡിസ്കഷൻ, നമ്മുടെ ഡിസ്കഷൻ സ്കോപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഡിസ്കഷൻ സ്കോപ്പിന് പുറത്താണ്. പക്ഷെ ഒറ്റ കേർവൊന്നും നമുക്ക് മീഡിയൻ എടുക്കാൻ പറ്റും. ബുക്കിൽ പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നത് താഴത്തേക്കെന്നാണ്, ബട്ട് ഒറ്റ കേർവൊന്നും നമുക്ക് മീഡിയൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ജസ്റ്റ് ഓടിച്ചു പോവാണ്, ഞാൻ പറയുന്നില്ല. ഓക്കെ, 61ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തിനാണ് ഞാൻ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ്, ഇതേ ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യനിൽ ചെറിയ സിമിലർ കണ്ടൻറ്റ്, സിമിലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഇത് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലാണ് നമ്മൾ ടേബിളേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ടേബിളേഷൻ പഠിക്കുന്നതിൽ നമ്മൾ കോളായിട്ട് എന്തെടുക്കണം, സബ് കോളായിട്ട് എന്തെടുക്കണം എന്നുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം നിങ്ങൾ. ഇവിടെ ടേബിൾ വരയ്ക്കാം. ടേബിൾ വരയ്ക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഹൂ ഹാഡ് എൻജോയ്ഡ് വേൾഡ് കപ്പ് മാച്ചസ് ഓൺ TV. ഇപ്പോൾ ചോദ്യം വളരെ സിമ്പിളായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തു തരാം. നിങ്ങൾ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ എന്താണ് എടുക്കേണ്ടത്? അവിടെ അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്നതാണോ മുകളിൽ കോളായിട്ട് എടുക്കേണ്ടത്? അതല്ല TV കാണുന്നവരും TV കാണാത്തവരാണോ ഏറ്റവും ടോപ്പിൽ എടുക്കേണ്ടത്? ഇതാണ് അവിടെ ജഡ്ജ് ചെയ്യാനുള്ളത്. ഇത് ജഡ്ജ്മെൻറ്റ് പ്രോപ്പർ ആണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻ, ഇതിൽ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീവിയസ് ഇയറിൽ വരുന്ന അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുള്ള ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ യു ജസ്റ്റ് ഹാവ് ടു മേക്ക് എ പ്രോപ്പർ ജഡ്ജ്മെൻറ്റ്. കോളായിട്ട് നമ്മൾ എന്തെടുക്കണം എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഗിവ് യു ലൈക്ക് ഒരു കുറഞ്ഞ സമയം, ഒരുപാട് സമയം, 10 സെക്കൻഡ്. ഏതാ മോള് വരയ്ക്കും? ആൻസർ ചെയ്യണേ, വെയിറ്റിംഗ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും മതി. വാട്ട് ഇസ് ടു ബി ടേക്കൺ ഓൺ ദ ടോപ്പ്. ടോപ്പിൽ എന്താ എടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ സൊല്യൂഷൻ ഫുള്ള് ചെയ്യണമെന്നില്ല. ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് തരാം. ഏറ്റവും ടോപ്പിൽ എന്തെടുക്കണം? TV നോൺ TV ആണോ എടുക്കേണ്ടത്, അതല്ല വർക്കേഴ്സിനാണോ എടുക്കേണ്ടത്? യെസ്, ഷംലു എന്ന പേരാണ് ഞാൻ ഇവിടെ കാണുന്ന യൂസർ നെയിം ആയിട്ടാണ് ഞാൻ വായിക്കുന്നത്. അവർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് ഇതിനൊന്ന് മലയാളത്തിലേക്ക് മാറ്റിയേ. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഹു ഹാഡ് എൻജോയ്ഡ് വേൾഡ് കപ്പ് മാച്ചസ് ഓൺ TV? അപ്പോൾ ചോദ്യം ഒന്ന് മലയാളത്തിലേക്ക് ആക്കിയേ. വേൾഡ് കപ്പ് മാച്ച് TV കണ്ട ആളുകളിൽ എത്ര പേര് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഉണ്ട്? ഇപ്പോൾ സംഭവം സിമ്പിളാണ്. വേൾഡ് കപ്പ് മാച്ച് TV കണ്ട ആളുകളിൽ എത്ര പേരാണ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്? അപ്പോൾ ഞാൻ ഈ കാണിക്കുമ്പോൾ ഹൈറ്റ് കാണുന്നില്ല നിങ്ങൾ. വേൾഡ് കപ്പ് മാച്ച് TV കണ്ട ആളുകൾ, അതിൽ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് എത്ര പേരുണ്ട്? അപ്പോൾ ആരാ മുകളിൽ നിൽക്കുന്നത്? വേൾഡ് കപ്പ് മാച്ച് TV കണ്ട ആളുകൾ. TV കണ്ട ആളുകൾ, അതിൻ്റെ താഴെയാണ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്. അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ, ശരിക്കും മലയാളത്തിലെ സാധനം ഇംഗ്ലീഷ് ആക്കുമ്പോൾ തല തിരിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിക്കുക. അപ്പോൾ ആരാ മുകളിൽ വരിക? TV കണ്ട ആളുകളാണ് മുകളിൽ വരിക. TV നോൺ TV. അപ്പോൾ ഇത് എടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ കുറേ സംഭവം വലിയ പ്രോബ്ലം ഒന്നുമല്ലത്. ഔട്ട് ഓഫ് 1000 പേഴ്സൺസ് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. ഇത് കണ്ടോ, ഈ ചാപ്റ്ററിൽ നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം കേട്ടോ.
ഔട്ട് ഓഫ് 1000 പേഴ്സൺസ് 25% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ടോട്ടലിൽ 25% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 250 ടോട്ടൽ. ഇപ്പോൾ 3 കാര്യങ്ങൾ, 3 ബോക്സ് ഉണ്ട് ഇവിടെ. 3 ബോക്സ് വരയ്ക്കുന്നുണ്ട്. 3 ബോക്സിൽ 3 ബോക്സ് ഉള്ളത്. അതിലൊന്ന് ടി വി, മറ്റേത് ടി വി കാണാത്തവർ, പിന്നെ ടോട്ടൽ. ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് എക്സാമിന് വരുന്ന ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും. എക്സാമിന് വന്നിട്ടുള്ള ഈ സെക്ഷനിൽ വന്നിരിക്കുന്ന ഇതേപോലെ ടേബിൾ ഫോമിൽ വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ വരുന്ന ഒക്കെ ഒരു സ്ട്രക്ചറാണ്. 3 ടേബിൾ, 3 കോളം ഉണ്ട്. അത് ഏതാ ടോപ്പിൽ എടുക്കണമെന്ന് മാത്രം നോക്കാം. ടി വി, നോൺ ടി വി, ടോട്ടൽ. ഔട്ട് ഓഫ് 1000 പേഴ്സൺസ്. അപ്പോൾ ഇതിൽ ടോട്ടൽ ഇവിടെ 1000 പേരുണ്ട്. 25% ഒരു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. അപ്പോൾ ഇതിൽ അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, ടോട്ടൽ. അപ്പോൾ അതിൽ 25% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആണെന്നാണ്. ഇവിടെ 250 ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ടു 750. ഞാൻ ഇപ്പുറത്ത് കുറച്ചുകൂടി വലുതാക്കി എഴുതിയിട്ടുണ്ട്. അത് നോക്കാം. അത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. 25% ആണെങ്കിൽ ബാക്കി 750 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതിൽ അടുത്ത സെക്ഷനിലേക്ക് വരാം. 300 persons എൻജോയ്ഡ് വേൾഡ് കപ്പ് മാച്ചസ് ഓൺ ടി വി. ടി വി കണ്ട ആൾക്കാർ എത്ര ഉള്ളത്? 300. ടി വി കണ്ട ആൾക്കാർ 300. 30% people who had not watched World Cup matches were industrial workers. World Cup match അതിൽ 30% of people who had not watched World Cup matches കാണാത്ത ആളുകൾ. അപ്പോൾ 300 പേരോട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്തവർ ബാക്കി 700 അല്ല ഉണ്ടാവുക. 300 പേര്, മൊത്തം 1000 പേരുണ്ട്. 300 പേര് കാണുന്നുണ്ടെങ്കിൽ കാണാത്തവർ 700 പേരുണ്ടാവും. ഈ 700 പേരിൽ 30% അതാണ് ഇങ്ങോട്ട് എടുത്തത്. 700 പേര് 30%. 30% people who had not watched were industrial workers. അതായത് 30% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആയിട്ട് മാറി. ഇനി ടോട്ടലായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എത്ര പേരുണ്ട്? 250. അതിൽ 210 പേര് കാണാത്തവരുണ്ട്. അപ്പോൾ കാണുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? 40 പേര്. കാണുന്നവർ 40 പേര്. ഇനി ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഹു ഹാഡ് എൻജോയ്ഡ് മാച്ചസ്? അപ്പോൾ ഇവിടെ 40 ഉണ്ട്. ടോട്ടൽ 300. അതിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 260. അപ്പോൾ അവിടെ കുറേ പേര്, ഇത് ഓൾറെഡി എക്സസൈസിൻ്റെ ക്വസ്റ്റ്യനാണ്. പുതിയ നമ്മൾ ഇതിന് സിമിലറായിട്ട് ക്വസ്റ്റ്യനാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി മാത്രം മനസ്സിലാക്കുക. ഏറ്റവും ടോപ്പിൽ എന്തെടുക്കണം, ബാക്കി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. +2 വരെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് നമ്മൾ. +2 എക്സാം പാസ്സായിരിക്കുന്ന ആളുകളാണ് നമുക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ബട്ട് എങ്ങനെ ചെയ്യണം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ, ഒന്നല്ല, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ഇതിന് സിമിലറായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ്. A sample study of people of an area revealed the total number of women of 40%, percentage of coffee drinkers of 45 as a whole, and the percentage of male coffee drinkers was 20. What is the percentage of female non-coffee drinkers? What was the percentage of female non-coffee drinkers? Again, ടോപ്പിൽ എന്തെടുക്കണം, അതിന് താഴെ എന്തെടുക്കണം. മലയാളത്തിലേക്ക് ആക്കി മാറ്റി നോക്കിയേ, എന്നിട്ട് എന്നെടുത്ത് നോക്കിയേ. ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മലയാളത്തിലേക്ക് ആ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് മാറ്റിയിട്ട് എടുക്കുക. ആരാണ് മുകളിൽ വരേണ്ടത് നോക്കാം, അതിൻ്റെ താഴെ എന്താ എടുക്കേണ്ടത് നോക്കാം. നേരത്തെ ആൻസർ കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡിലേ ഉണ്ടാവും ആൻസർ വരാൻ. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് മോസ്റ്റ് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. ചെയ്യണം. ഞാനിത് ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ബാക്കി പ്രീവിയസ് ഇയറിൽ സ്റ്റാറ്റിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒന്ന് ഇതാണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2-3 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ. ഈ സംഭവം ജസ്റ്റ് പേര് മാറ്റി കോഫിയും ഫീമെയിലും പകരം വേറെ എന്തെങ്കിലും ആക്കും. പക്ഷേ സെയിം രീതി 3 ടേബിൾ ഉണ്ടാവും. അതെന്താണ് മുകളിൽ എടുക്കേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ടോപ്പിൽ എന്താ എടുക്കേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ നോൺ കോഫി ഡ്രിങ്കേഴ്സ്. അപ്പോൾ ആരെ മുകളിൽ എടുക്കേണ്ടത്? കോഫി, നോൺ കോഫി എന്ന രീതിയിൽ നമ്മൾ എടുക്കാം. കോഫി, നോൺ കോഫി ഇതാണ് എടുക്കേണ്ടത്. മുകളിൽ കോഫി, നോൺ കോഫി എടുക്കുക. ആൻഡ് ദെൻ പ്ലീസ് ഡൂ ദ റെസ്റ്റ്. ബാക്കി നിങ്ങളൊന്ന് ചെയ്യാം. കോഫി, നോൺ കോഫി, ഏറ്റവും ടോപ്പിൽ കോഫി, നോൺ കോഫി എടുക്കുക. 3 കോളം ഉണ്ടാക്കുക. കോഫി, നോൺ കോഫി, ടോട്ടൽ 3 എണ്ണം ഉണ്ടാക്കുക. 3 ബോക്സ് ഉണ്ടാക്കുക. ഇതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ്, ഇവിടെ മെയിലുണ്ട്, ഫീമെയിൽ ഉണ്ട്, ടോട്ടൽ. ഇതിൽ സബ് കോളംസ് ഇവിടെ അതേപോലെ തന്നെ മെയില്, ഫീമെയിൽ, ടോട്ടൽ, മെയില്, ഫീമെയിൽ, ടോട്ടൽ. ഇങ്ങനെ 3, ഇതിൽ 3 കോളംസും 3 സബ് കോളംസും ഉണ്ടാവും. ഇതാണ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ തന്നിരിക്കുന്ന ഡാറ്റ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. സ്ട്രക്ചറാണ് എടുക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ യു ആർ ലേണിംഗ് ദിസ് ടേബിളർ ഫോം ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ അപ്ലൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്ന് വരച്ച് വെക്കുക, ഡാറ്റ ഫില്ല് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്?
എ സാമ്പിൾ ഷീഡ് ഓഫ് പീപ്പിൾ ഏരിയ ദ ടോട്ടൽ നമ്പർ ഓഫ് വുമൺ 40%. മൊത്തം ആൾക്കാർ വുമൺ ഇസ് 40%. ഇപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്ന ഫീമെയിൽ 40%, 140. ദ പെർസെൻറ്റേജ് ഓഫ് കോഫി ഡ്രിങ്കേഴ്സ് 45 ആസ് എ ഹോൾ. കോഫി കുടിച്ച ആൾക്കാർ മൊത്തത്തിൽ 45 പേര്. പെർസെൻറ്റേജ് ഓഫ് മെയിൽ കോഫി ഡ്രിങ്കേഴ്സ് 20. അപ്പോൾ ഇതിൽ ടോട്ടൽ കോഫി കുടിച്ച ആൾക്കാർ 45, മെയിൽ 20 ആണെങ്കിൽ ബാക്കി ഫീമെയിൽ 25. വാട്ട് ആർ ദ പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ നോൺ കോഫി ഡ്രിങ്കേഴ്സ്? അപ്പോൾ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ആളുകളിൽ ഫീമെയിൽ ടോട്ടൽ എത്ര ഉള്ളത്? ഫീമെയിൽ ടോട്ടൽ 40 ഉണ്ട്. ആ ഫീമെയിൽ ടോട്ടൽ 40 ഉള്ളതിൽ കോഫി കുടിക്കുന്ന ഫീമെയിൽ 25 കോഫി കുടിക്കുന്ന ഫീമെയിൽ 25. ഇപ്പോൾ കോഫി കുടിക്കാത്ത ഫീമെയിൽ എത്ര ഉണ്ടാവും? അതിൻ്റെ ഡിഫറൻസ് 14-25 എടുത്താൽ ആൻസർ 15 വരും. പെർസെൻറ്റ് ഒക്കെ 100ലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകാം. സിമിലറായിട്ട് ഇതേപോലത്തെ ഈ ക്വസ്റ്റ്യൻ്റെ പോലെ ക്വസ്റ്റ്യനാണ് ബാക്കി 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന് സിമിലറായിട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് ഓഫ് ഷുഗർ ഇൻ എ മന്ത് ഓഫ് ലേബർ ഒക്കെ തന്നിട്ടുണ്ട്. ഓരോന്നോരോന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആംഗിൾസ് ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് കോമ്പണൻറ്റ്? അപ്പോൾ അതിൻ്റെ മെത്തേഡ് എന്താ ഞാൻ പറഞ്ഞത്? സെൻട്രൽ ആംഗിൾ അങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഇവിടെ എടുക്കുന്നത് 23 ഡിവൈഡഡ് ബൈ ഏറ്റവും വലുത് 35 അല്ലേ? സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞത് എന്താണ്? ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇതൊന്ന് ജസ്റ്റ് ടോട്ടൽ ചെയ്യാം. എത്ര എന്നുള്ളത് നോക്കാം. ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തെടുക്കാം. 30, 60, 80, 85, 88, 90. ഇപ്പോൾ 35 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 360. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 360. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആംഗിൾ കിട്ടും. അതേപോലെ ഏറ്റവും മിനിമം വരുന്നത്, ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 × 35 ഡബിൾ 70, 70 ഡബിൾ 140 ആണ് വരിക, 140 ഡിഗ്രി. ഏറ്റവും മിനിമം വരുന്നത് 12 ആണ്. ഇപ്പോൾ 12 ബൈ 90 ഇൻറ്റു 360 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 വരും, 48 വരും. ഡിഫറൻസ് എടുത്താൽ 100 പിന്നെ 8 കുറയുമ്പോൾ 92 ഡിഗ്രിയാണ് അവിടെ ആൻസർ വരുന്നത്. യെസ്, 92 ഡിഗ്രി ജിൻഷ, ആൻസർ 92 ഡിഗ്രി. അപ്പോൾ ഇതിന് സിമിലറായിട്ട് ക്വസ്റ്റ്യനും നമുക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റിയൊക്കെ ഞാൻ ഫുള്ളായിട്ടാണ് പറഞ്ഞു വരുന്നത്. സ്റ്റാറ്റി ആ ചാപ്റ്റർ മൊത്തം നമ്മൾ ആ ഫുള്ള് ചാപ്റ്റർ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. സ്പീഡിലാണ്, പോയിൻറ്റ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് പോകുന്നത്. ബട്ട് വി ഹാവ് ആക്ച്വലി ടേക്കിംഗ് ദ ഫുൾ ചാപ്റ്റർ. അടുത്തത്, ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഫോർ 7 days in a locality given below. What is the number of cases where 3 or less accidents occurred? 3 or less accidents occurred. എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ, ആൻസർ ആവില്ലേ അല്ലേ? 15 plus 19 plus 22 plus 31. You're getting 87. 3 or less accidents, 0 accidents സംഭവിച്ചു, 1 accident സംഭവിച്ചു, 2 accidents സംഭവിച്ചു, 3 accidents സംഭവിച്ചു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് കേസസ് വെർ 3 or less, ഒന്നെങ്കിൽ 3 അതിൽ അല്ലെങ്കിൽ കുറവ്. അപ്പോൾ 3 or less എടുക്കുന്ന സമയത്ത് അത് വരെയുള്ള എല്ലാ കേസും നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കട്ടെ? 1, 2, 3, 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ആൻഡ് ദെൻ വിൽ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ദ ഇൻകം ഓഫ് 86 persons. വാട്ട് ആർ ദ പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് ഏർണിംഗ് മോർ ദാൻ 1500? ഏർണിംഗ് മോർ ദാൻ 1500. ഇവിടെ എന്താ ചോദ്യം? ഇൻകം കാറ്റഗറി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസ് തന്നിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് ആണ്. പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് ഏർണിംഗ് മോർ ദാൻ 1500. നമ്പർ ഓഫ് പേഴ്സൺസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇതിൻ്റെ മുകളിലേക്കുള്ളത് 36 + 7 43. പക്ഷെ പെർസെൻറ്റേജിലേക്ക് മാറ്റണമെങ്കിൽ 43 ഡിവൈഡഡ് ബൈ ടോട്ടൽ എടുക്കണം. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ രണ്ടിനും കൂടെ ടോട്ടൽ ഇതും കൂടെ അതിലേക്ക് ആഡ് ചെയ്താൽ അതും 43 തന്നെയാണ്, 86 ആണ് വരിക. സോ ഇൻറ്റു 100% അടിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് 50%. 1/2 ആണ് വരിക. 43/86 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ 1/2 എന്ന് വരും. 1/2 ഇൻറ്റു 100 ചെയ്താൽ 50% എന്ന് വരും. സോ ദ ആൻസർ ഇസ് 50%. The following data relates to the mark of a group of students. How many students got marks more than 30? എന്താ സംഭവം? വാട്ട് ഈസ് ദിസ്? ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇവിടെ എഴുതിയിരിക്കുന്ന സാധനം, ഇവിടെ എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ ടൈപ്പ്
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഞാനൊരു ടേബിളൊക്കെ വരച്ച് അതിൽ കാണിച്ചു 43.5 കുറവ് ആരോ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ നമ്മൾ 0 എന്ന് പറഞ്ഞു. 43.5 മുകളിൽ ആരോ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ 36 പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്, ലെസ് ദാൻ ടൈപ്പും ഗ്രേറ്റർ ദാൻ ടൈപ്പും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ടോട്ടൽ ഫ്രീക്വൻസിയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ലെസ് ദാൻ, ഇവിടെ ബിലോ 60 എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ബിലോ 30 എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ യു ആർ ഹാവിങ് 65%. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബേസിൽ പറയുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം, ടോട്ടൽ ഫ്രീക്വൻസി കിട്ടണം. അപ്പോൾ ആൻസർ എന്താ വരിക, 35. ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്ലസ് ഗ്രേറ്റർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഷുഡ് ഗിവ് യു ദ ടോട്ടൽ ഫ്രീക്വൻസി. ഇപ്പോൾ ബിലോ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ലെസ് ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ബിലോ 30 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ചോദ്യം മോർ ദാൻ 30 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ടൈപ്പ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മനസ്സിലാക്കണം അതെന്താ ടേബിൾ തന്നെന്നല്ലോ കേട്ടോ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഫ്രീക്വൻസി 100 ആവും. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. ഇവിടെ ഒരു ചോദ്യം ഇതാണ്, എന്താ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ബിറ്റ്വീൻ 250 and 300 ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇതെന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 250 മുകളിൽ 38 ആൾക്കാർ, 300 മുകളിൽ 15 ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ എവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരെ. മോർ ദാൻ 250 38, മോർ ദാൻ 300 15. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ടാവും, ഈ ഡിഫറൻസിലുണ്ടാവും. എത്ര വരാം, 23. ഓക്കെ, യെസ്. അപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. സോ വിൽ ടേക്ക് എ ബ്രേക്ക്, ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. 3:45 അല്ലേ. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ചായ കുടിക്കാൻ പോകണം, പിന്നെ നിസ്കരിക്കാനുള്ളവർക്ക് നിസ്കരിക്കണം, ചായ കുടിക്കണം. ടൈമായില്ലേ? ഓക്കെ ആണല്ലോ, നിങ്ങൾ കംഫർട്ടബിൾ ആണല്ലോ. നമ്മളൊരു സ്റ്റാറ്റിയിൽ ഒരു ചാപ്റ്റർ എടുത്തു. സ്റ്റാറ്റിയിൽ ഞാൻ ഈ ഒരു ചാപ്റ്റർ എടുത്ത സമയത്ത് ഐ എം നോട്ട് പിക്കിംഗ് അപ്പ് ദ ഡയറക്റ്റ്, ഐ എം നോട്ട് പിക്കിംഗ് അപ്പ് ദ ഈസി ക്വസ്റ്റ്യൻ, ഐ ഹവ് ടേക്കൺ ദ എൻറ്റയർ സബ്ജക്റ്റ്. ഇവിടെ ഞാൻ ആ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട്. കഥകൾ പറഞ്ഞിട്ടില്ല, ലൈക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കഥകൾ പറഞ്ഞിട്ടില്ല. ബട്ട് ഐ ഹവ് ടേക്കൺ ദ എൻറ്റയർ സബ്ജക്റ്റ്. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വരുന്ന ഒരുവിധം തിയറി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് 1 by 1 ഞാൻ വായിച്ചിട്ടില്ല എന്ന് മാത്രം. ആ സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്രേക്കിന് ശേഷം നമുക്ക് അടുത്ത സാധനം എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 4:15 ആകുമ്പോഴേക്ക് എല്ലാവരും വരിക. ടീ ബ്രേക്ക് പ്ലസ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കരിക്കാനുള്ള സമയം രണ്ടും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. 4:15 4:15 വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബ്രേക്ക് മിക്കവാറും അടുത്ത പ്രെയർ ടൈം ആകുമ്പോഴായിരിക്കും വിടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുകയും കൂടെ ചെയ്യണമെന്നാണ്. കാരണം ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞാൽ ഈ ബ്രേക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ 6 മണിക്ക് ശേഷമായിരിക്കും മിക്കവാറും ബ്രേക്ക് വരാം. സോ 4:15 ആകുമ്പോൾ തിരിച്ച് കയറാം. ഓക്കെ, 4:15 തിരിച്ച് വരാം. അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, സ്റ്റാറ്റിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടീ ബ്രേക്ക് കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ തുടങ്ങാണ്. സ്റ്റാറ്റിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ. അത് മെറ്റീരിയലുള്ള പോലെ തന്നെ 2 സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ്. യൂണിറ്റ് 1 പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, യൂണിറ്റ് 2 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. വന്നിരിക്കുന്ന ആളുകൾ, തിരിച്ചെത്തിയിരിക്കുന്ന ആളുകളൊന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കണം, ജസ്റ്റ് ടു ലെറ്റ് മീ നോ, ലൈക്ക് നിങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം ഒന്ന് മെസ്സേജ് അയക്കണേ. തിരിച്ചെത്തിയ ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇഫ് യു ആർ ബാക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. നമ്മൾ പിന്നെ ഇവിടുത്തെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് വോയിസും വീഡിയോ ഒക്കെ ക്ലിയർ ആണോ എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ അറിയാൻ പറ്റും. ഓക്കെ, ഫൈൻ, തുടങ്ങാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീൻ്റെ മെഷേഴ്സ് എടുക്കുന്നത് 3 ടൈപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 3 ടൈപ്പായിട്ട് ചെയ്യുന്നു. ഒന്ന് മാത്തമാറ്റിക്കൽ ആവറേജസ്, രണ്ടാമത്തത് പൊസിഷണൽ ആവറേജസ്, തേർഡ് മോഡ്. നിങ്ങളെ മെറ്റീരിയൽ അല്ലെങ്കിൽ ICയുടെ മെറ്റീരിയലുള്ള ആ ഒരു പാറ്റേണിലല്ല നമ്മളിത് എടുക്കുന്നത്.
കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിൾ ചെയ്തിട്ടാണ് ഓർഡർ ഇട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു ഓർഗനൈസ്ഡ് ഫോമിലാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന്, ആദ്യം നമ്മൾ എന്തെടുക്കുന്നു, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മാത്തമാറ്റിക്കൽ ആവറേജസ് എടുക്കും. ആൻഡ് ദെൻ വിൽ ബി മൂവിങ് ഓൺ ടു പൊസിഷണൽ ആവറേജസ്, അത് കഴിഞ്ഞിട്ട് മോഡ്. ഓക്കെ, ഇനി എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ, ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളൊരു ഇരിക്കുന്ന, ഇപ്പോൾ നിങ്ങളെപ്പോലെ CA ഫൗണ്ടേഷനിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിൽ ഓൺ ആൻ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ദ വെയിറ്റ് വിൽ ബി റേഞ്ചിങ് അറൗണ്ട് 60, ഒരു 60 വെയിറ്റിലായിരിക്കും മിക്കവാറും വെയിറ്റ് ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ CA ഫൗണ്ടേഷൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ മാർക്കിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സ്റ്റുഡൻസ് വിൽ ബി റിവോൾവിങ് അറൗണ്ട് ദ പാസ് മാർക്ക്. ഇപ്പോൾ 40 പാസ് മാർക്ക് എങ്കിൽ അതിൻ്റെ ചുറ്റിലാണ് ആ ഡാറ്റ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. എഗ്രിഗേറ്റ് 200 ആണെങ്കിൽ 200ൻ്റെ അറൗണ്ട് 2 ഭാഗത്തേക്കായിട്ടും ഡാറ്റ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദർ ഇസ് എ ടെൻഡൻസി ഓഫ് ഡാറ്റ ടു സെഗ്രിഗേറ്റ് അത് സെൻറ്റർ. ഇതിനാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന സാധനമാണ് അരിത്തമാറ്റിക് മീൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് അരിത്തമാറ്റിക് മീൻ. ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ, അതർ 2 ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ആവറേജസ്. ഇത് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ വിൽ ബി മൂവിങ് ഓൺ ടു ദ റെസ്റ്റ്. യെസ് ഹൻഷിഫ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ എടുക്കുന്ന ഒരു പാറ്റേണും പറയാം, എങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്റർ എടുക്കാൻ പോകുന്നതെന്ന് പറയാം. നമ്മൾ ഓരോ കേസും എടുക്കും, അരിത്തമാറ്റിക് മീൻ എടുക്കും. ഈ അരിത്തമാറ്റിക് മീൻ എന്താണെന്ന് നമ്മൾ പറയും. അതിൻ്റെ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം വരുന്ന കേസാണ് നമ്മൾ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന XF വരുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷന്, പിന്നെ ക്ലാസ് വൈസ് ആയിട്ട് വരുന്നതിന് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ ഓരോന്നിനെ അപ്രോച്ച് ചെയ്യും. ഓരോന്നിനെയും ഇപ്പോൾ അരിത്തമാറ്റിക് മീൻ ആണെങ്കിൽ അൺഗ്രൂപ്ഡ് ഡാറ്റ എങ്ങനെ എടുക്കണം, സിമ്പിൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും, ഗ്രൂപ്പ്ഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യും. ദെൻ ജോമെട്രിക് മീനിലേക്ക് പോയിട്ട് അതിൽ അൺഗ്രൂപ്ഡ് ഡാറ്റ എങ്ങനെ അൺഗ്രൂപ്ഡ് ഡാറ്റ എങ്ങനെ ജോമെട്രിക് മീൻ ഫൈൻഡ് ചെയ്യും, സിമ്പിൾ ആണെങ്കിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യും, സിമിലർലി ഗ്രൂപ്പ്ഡ് ആണെങ്കിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഒരേ രീതിയിൽ ഇങ്ങനെ ചെയ്തു പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ തുടങ്ങാം. അരിത്തമാറ്റിക് മീൻ തുടങ്ങി. അരിത്തമാറ്റിക് മീൻ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ. കുറേ നമ്പേഴ്സ് തന്നു, കുറച്ച് സ്റ്റുഡൻസിൻ്റെ മാർക്സ് തന്നു. ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ അരിത്തമാറ്റിക് മീൻ, നമ്മൾ എന്താ ചെയ്യുക? വിൽ ബി ടേക്കിംഗ് ദ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇതെല്ലാം അരിത്തമാറ്റിക് മീൻ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ അരിത്തമാറ്റിക് മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ ഇറ്റ്. അരിത്തമാറ്റിക് മീൻ എന്താ? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരിത്തമാറ്റിക് മീൻ കിട്ടും. അപ്പോൾ അത് സിമ്പിൾ അപ്പോൾ ഇക്വേഷൻ ഫോമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ x1 + x2 + x3 etc. n ഡിവൈഡഡ് ബൈ n, where n is the number of observations. ഇതിനെ നമുക്ക് ഇനി അത് ഇതിലേക്ക് മാറിയാലോ, സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറിയാലോ. സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിച്ചാൽ ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇപ്പോൾ 1, 2, 3, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 4, 5, 6 ഇങ്ങനെ വന്നാൽ ഇത്തരം ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ടത്? സിഗ്മ fx, ഇത് ഓരോ ഫ്രീക്വൻസിയും എക്സും ഫ്രീക്വൻസിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അതിന് നമ്മൾ എഴുതുമ്പോൾ സിഗ്മ fi(xi) ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ. ഇപ്പോൾ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അൺഗ്രൂപ്ഡ് ആണെങ്കിൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഗ്രൂപ്പ്ഡ് ആകുമ്പോൾ യു ബി ടേക്കിംഗ് ടോട്ടൽ ഫ്രീക്വൻസി. അതാണല്ലോ ആക്ച്വൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിട്ട് മാറുക. അപ്പോൾ അങ്ങനെയാണ് അൺഗ്രൂപ്ഡ് ഡാറ്റ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ വന്നാലോ? ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതേപോലത്തെ ക്ലാസ് ഇൻ്റർവൽസ് വന്നു കഴിഞ്ഞാൽ, ക്ലാസ് ഇൻ്റർവൽസ് എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വിൽ ബി മൾട്ടിപ്ലൈയിങ് എക്സ് ഇൻറ്റു സിഗ്മ fi എക്സ് എം ഡിവൈഡഡ് ബൈ സിഗ്മ fi എന്ന് പറയും. സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്ന സമ്മാണ്. അപ്പോൾ സം ഓഫ് ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസിൻ്റെ മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്. ഇപ്പോൾ ഇവിടെ 44 to 48 മിഡ് വാല്യൂ എന്താ ഉള്ളത്? 46. ഇവിടെ 51, 56, 61, 66, 71. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. എന്ത് ചെയ്യണം? ഇതിൻ്റെ മീൻ ഒന്ന് ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റർ എടുക്കുക, ഓരോ വാല്യൂസ് എടുക്കുക. 46 × 3 = m. പ്ലസ് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. എക്സ് ബാർ ഫൈൻഡ് ചെയ്യണം. എന്താ ചെയ്യാം? 46 × 3. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് എഴുതുന്നത് മാത്രം, ചെയ്യേണ്ടത് കാൽക്കുലേറ്ററിലാണ്. ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്റർ നേരിട്ട് ചെയ്യാം. 51 × 4 പ്ലസ് 56 × 5 പ്ലസ് 61 × 7 പ്ലസ് 66 × 9 plus 71 × 8. The whole divided by number of students is 7, 12, 19, 26, 34.
If there is any correction, let me know. Okay. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന രീതി നമ്മൾ ഒരിക്കലും ഇത് സ്കൂളിൽ ചെയ്ത പോലെ, പണ്ട് സ്കൂളിൽ ചെയ്ത പോലെ ഒന്നും എഴുതരുത്. ക്വസ്റ്റ്യനിൽ ഇതേപോലെ ടേബിൾ ഒന്നും ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ആവറേജ്, എക്സ് ബാർ, അല്ലെങ്കിൽ മീൻ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആവറേജ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കാൽക്കുലേറ്റർ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. മിഡ് വാല്യൂസ് അതിൻ്റെ മുകളിൽ എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, 46 × 3 = m+. അടുത്തത് 51 × 4 = m+. 56 × 5 = m+. 61 × 7 = m+. ഇത് ഈക്വൽ ടു അടിക്കണം എന്ന് നിർബന്ധമല്ല, നേരിട്ട് അടിച്ചാലും ആൻസറൊക്കെ തരും. ഞാൻ ആൻസർ ജസ്റ്റ് കാണാൻ വേണ്ടി കൂടാണ് ഈക്വൽ ടു അടിക്കുന്നത്. 66 × 9 = m+. 71 × 8 = m+. ഇതെല്ലാം കൂടെ അടിച്ച MRC നമുക്ക് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര വരുന്നുള്ള ജസ്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യാം. ഞാൻ കാൽക്കുലേറ്റർ അടിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നത്. ഇഫ് ദർ ഇസ് എനി കറക്ഷൻ ജസ്റ്റ് ലെറ്റ് മീ നോ. ഡിവൈഡഡ് ബൈ 34. ആൻസർ 65. അപ്പോൾ ഞാൻ ഇതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. 36 ആണോ സമ്മ്? ഓക്കെ. അപ്പോൾ 61.4. ഞാനൊരാളല്ലല്ലോ, എൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും പേര് ചെയ്യുന്നില്ലേ. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്ന് പറയണമെന്നുള്ളത്. 7, 12, 19 + 9 എടുത്ത സമയത്താണ് തെറ്റിയതല്ലേ. ദിസ് ഇസ് 36, 34 അല്ല 36 ആണ്. ഓക്കെ. അപ്പോൾ 61.42 34 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ കിട്ടിയ ആൻസർ കിട്ടും. പക്ഷേ 36 ആണ് ശരിക്കും എടുക്കേണ്ടത്. സോ ആൻസർ വിൽ ബി 61.42. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, അരിത്തമാറ്റിക് മീൻ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. അരിത്തമാറ്റിക് മീൻ ഇത് സിമ്പിൾ മാത്തമാറ്റിക്കൽ ആവറേജ്, സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ ടോട്ടൽ ഡാറ്റ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കണം. നിങ്ങൾക്കറിയാം സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ചെയ്യേണ്ടത് അറിയാം. ഇപ്പോൾ ഗ്രൂപ്പ്ഡ് കേസാണ് ഞാൻ ഒരെണ്ണം ചെയ്തത്. അപ്പോൾ അത് ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടി. ക്ലിയർ? ഇനി അടുത്തത്, ഇത് നിങ്ങളെ മെറ്റീരിയലുള്ളൊരു സംഭവമുണ്ട്. സ്റ്റെപ്ഡ് മീൻ അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ എന്നൊരു മെത്തേഡ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രോബ്ലം ചെയ്യില്ല, കാരണം നമ്മൾ അതിൽ കാൽക്കുലേറ്ററിൽ എടുത്തോളം കാലം നമ്മൾ ഈ മെത്തേഡ് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അരിത്തമാറ്റിക് മീൻ ഫൈൻഡ് ചെയ്യാൻ. പക്ഷേ കാൽക്കുലേറ്ററിൽ അത് ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം, എക്സ് ബാറിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ FIDA/n × C. ഓക്കെ. ഇതിൽ ടേംസ് എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ എ എന്നുള്ളത് അസ്യൂംഡ് മീന്, ഇവിടെ എടുത്തിരിക്കുന്ന C ക്ലാസ് ലെങ്ത്, N ടോട്ടൽ ഒബ്സർവേഷന്, FIDA എന്ന് ഉദ്ദേശിക്കുന്നത് DI ഫൈൻഡ് ചെയ്തത് XI - A. XI എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ കറസ്പോണ്ടിങ് ഒബ്സർവേഷനും മൈനസ് അസ്യൂംഡ് മീൻ ഡിവൈഡഡ് ബൈ ക്ലാസ് ലെങ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് DI. ഓക്കെ. ഇതാണ് DI ഇൻറ്റു ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത് സിഗ്മ FIDA എന്ന് പറയുന്നത്. സിഗ്മ FIDA എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന DIൻ്റെ വാല്യൂ ഫ്രീക്വൻസിയോട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം, കാരണം ചിലപ്പോൾ ഇക്വേഷൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഒന്ന് ഇക്വേഷൻ മനസ്സിലാക്കി വെക്കാം, ഓർത്ത് വെക്കാം. അസ്യൂംഡ് മീൻ എക്സ് ബാറിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ FIDA ഡിവൈഡഡ് ബൈ n × C. ഓർക്കാൻ പറ്റണം, ഓർക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, പറ്റുന്നവർ ഓർത്താൽ മതി. ഓക്കെ. അടുത്തത്, ഇത് പറയുന്ന സാധനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമാറ്റിക് മീൻ. ഒന്നാമത്തെ പ്രോപ്പർട്ടി, എല്ലാ ഒബ്സർവേഷനും സെയിം ആണെങ്കിൽ 5, 5, 5 3 ഒബ്സർവേഷൻസ്. ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ എന്താ? 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇഫ് ഓൾ ദി ഒബ്സർവേഷൻസ് അസ്യൂംഡ് ബൈ വേരിയബിൾ ആർ എ കോൺസ്റ്റന്റ്, ദെൻ ദ അരിത്തമാറ്റിക് മീൻ ഇസ് ഓൾസോ എ കോൺസ്റ്റന്റ്. ഇവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇഫ് ദ ഹൈറ്റ് ഓഫ് എവറി സ്റ്റുഡൻറ്റ് ഓഫ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 10 സ്റ്റുഡൻസ് 70, 10 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റും 170 എന്ന്. ഇവിടെ എക്സാമ്പിൾ എടുത്തത് 170 ആണ്. 10 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റും 170 ആണെങ്കിൽ അതിൻ്റെ ആവറേജ് ഹൈറ്റ് 170. ഇപ്പം ഞാനതിൻ്റെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ മുകളിൽ പറഞ്ഞു, 5, 5, 5. 3 ആൾക്കാരെ 3 എണ്ണത്തിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ അതിൻ്റെ അരിത്തമാറ്റിക് മീനും 5 ആവും എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, ദി ആൾജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം അരിത്തമാറ്റിക് മീൻ ഇസ് ഈക്വൽ ടു 0. എന്താ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം.
ഓൾജിബ്രൈക് സം എന്നാണ് അവിടെ പറഞ്ഞത്. ഓൾജിബ്രൈക് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ജസ്റ്റ് എടുക്കാം. 1 2 3 നമ്പേഴ്സ് എടുത്തു. ഇതിൽ അരിത്തമാറ്റിക് മീൻ ഏതാ? 2 ആണ്. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന വാല്യൂ ആണ് മീനായിട്ട് വരിക. 1 2 3 2 ആണ് അവിടെ അരിത്തമാറ്റിക് മീനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓൾജിബ്രൈക് സമ്മാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മീൻ. അപ്പോൾ ഡിഫറൻസ് ഓരോന്നിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 1 - 2 -1, 2 - 2 0, 2 - 3 1. ഇപ്പോൾ ഇതിൻ്റെ സം എടുത്താൽ എന്ത് വരും? 0 വരും. ഇതാണ് ഉദ്ദേശിച്ചത്. ഓൾജിബ്രൈക് സം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഡയറക്ഷനിൽ എടുത്ത് മൈനസ് ചെയ്യുന്ന സമയത്ത് ചിലത് പ്ലസും ചിലത് മൈനസും ഉണ്ടാവും. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് എന്താവും? 0 ആവും. ഓൾജിബ്രൈക് സം ആണ്. ഓക്കെ, വേറെ സ്ഥലത്ത് വരുമ്പോൾ മാറുന്നുണ്ട്. അവിടെ എബ്സല്യൂട്ട് എന്നുള്ള സാധനം ഇനി വരാനുണ്ട്, ഇപ്പോഴല്ല. ഇപ്പം നമ്മൾ പറയുന്നത് ഓൾജിബ്രൈക് സം ആണ്. അപ്പോൾ ഓൾജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് 0 അല്ലെങ്കിൽ സിഗ്മ xi - x bar = 0. ഓക്കെ, ഇനി ഗ്രൂപ്പ്ഡ് ആണെങ്കിൽ എന്താ? അതിലേക്ക് ഒരു ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യണം. സിഗ്മ f × xi - x bar = 0. ഇതൊക്കെ ക്വസ്റ്റ്യനിലുള്ളത് തന്നെയാണ് കേട്ടോ. മൂന്നാമത്തത്, അരിത്തമാറ്റിക് മീൻ ഇസ് എഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനെടുത്തു 1 2 3. ഇതിലേക്ക് എല്ലാത്തിനും ഞാനൊരു 2 എന്നുള്ള വാല്യൂ ആഡ് ചെയ്തു. ഇപ്പോൾ ഇതെന്താവും? 3 4 5. പുതിയ അരിത്തമാറ്റിക് മീൻ എന്താ? ഇതിനിടയിൽ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീരീസ് അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ടേം എന്താണ്? അരിത്തമാറ്റിക് മീനാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അതിൽ ഇതാണ് അരിത്തമാറ്റിക് മീൻ. ഇപ്പോൾ 4 ആണ് ഇവിടെ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ 2 ഹാസ് ബിക്കം 4. എന്താ സംഭവിച്ചത്? 2 എന്തായി? 4 ആയി. അപ്പോൾ എല്ലാത്തിലേക്ക് നമ്മൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ എന്താവും? 2 ആഡ് ആവും. ഇത് ഇങ്ങനെ തിയറി ആയിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്, ഈ 5 is added to every number, the new arithmetic mean is equal to എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെറിയ പ്രോബ്ലം ആണെന്ന് വെച്ചാൽ അല്ല, ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്, അരിത്തമാറ്റിക് മീൻ 10 ആണെന്ന് പറഞ്ഞു. ഈ 5 is added to all the observations, what does a new arithmetic mean? എന്താ വരിക? 10 + 5 15. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അരിത്തമാറ്റിക് മീനിൽ ഒരു ഡാറ്റയിലേക്ക് നമ്മൾ ഒരേ നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ എന്താവും? അത് ആഡ് ആയിട്ട് വരും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ. ഒരു പോയിന്റ്. രണ്ടാമത്തേത് പറയുന്നത്, ഇതേ നമ്പറിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ, ഇൻറ്റു 2 ചെയ്താൽ 2 4 6 ആയിട്ട് മാറും. അരിത്തമാറ്റിക് മീൻ എന്തായി? ആദ്യം എന്തായിരുന്നു ആദ്യത്തെ നമ്പറിന് അരിത്തമാറ്റിക് മീൻ ഏതാ? ആദ്യത്തെ നമ്പേഴ്സ് 1 2 3 ആണ്. 1 2 3 അരിത്തമാറ്റിക് മീൻ എന്തായിരുന്നു? 2 എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. സോ അരിത്തമാറ്റിക് മീൻ എന്തായി? ഇറ്റ് ഗോട്ട് മൾട്ടിപ്ലൈഡ് ബൈ 2. അതാണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ് ഇസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുന്നതിനാണ് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോ ഡിവൈഡ് ചെയ്യുന്നതിനോ ആണ് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുക. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പുതിയ എക്സ് ബാർ എന്തായിട്ട് മാറും? ഇറ്റ് ഓൾസോ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ്. അതിൻ്റെ വാല്യൂ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരും. അപ്പോൾ അത് രണ്ട് പോയിന്റ്സ് അതിലുണ്ട്, ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇനി ഇതിൻ്റെ ജനറലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ y bar is equal to a plus bx bar എന്ന് എഴുതാം. എക്സ് ബാർ, എക്സ് എന്നുള്ള ഡാറ്റയുടെ മീൻ എക്സ് ബാർ ആണെങ്കിൽ പുതിയൊരു ഡാറ്റ തന്നു. ആ ഡാറ്റയിൽ എല്ലാത്തിൻ്റെയും നമ്മൾ വാല്യൂ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ചേഞ്ച് വരെ y bar is equal to a plus bx bar നമുക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ ഉണ്ട്, ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ചെയ്യാം. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? There are n1 observations, അതിൻ്റെ മീൻ x bar. n2 observations, അതിൻ്റെ മീൻ x2 bar ആണെങ്കിൽ the combined mean is given by n1 x1 bar plus n2 x2 bar divided by n1 plus n2. n1 plus n2. ചെറിയ ന്യൂമറിക്കൽസ് അവിടെ നിന്ന് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തേ. ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നതല്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തീരെ സൗണ്ട് ഇല്ല. അതോ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ സൗണ്ട് കുറച്ച് പോയി തുടങ്ങിയാണ്. ഒന്ന് ചെയ്യണേ, ക്വസ്റ്റ്യൻ ചെയ്യണം. കമ്പൈൻഡ് മീൻ സാലറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ.
വെയിറ്റിംഗ് ഫോർ ദ റെസ്പോൺസ്. യെസ്, 6072 എന്ന ആൻസർ വരുന്നുണ്ട്. റഹ്മത്ത് സലീമാണ് ആദ്യം ആൻസർ ഇട്ടിരിക്കുന്നത്. റഹ്മത്തിൻ്റെ മുന്നേ റെസ്പോൺസ് ഞാൻ കാണാത്തൊരാളാണല്ലോ. ഇതുവരെ ഇന്നലെയും ഇന്നും ഇങ്ങനെ ഒരു പേര് ഞാൻ കണ്ടിട്ടില്ല. റഹ്മത്ത് ഇന്ന് ഇപ്പോൾ ക്ലാസ്സിൽ ആദ്യമായിട്ട് വരികയാണോ റഹ്മത്ത്? കുഴപ്പമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ ചോദിച്ചെന്നുള്ളൂ. അജ്ന, ജിൻഷ ഇവരൊക്കെ റെസ്പോൺസ് ഇന്നലെ മുതലേ കാണുന്നതാണ്. റഹ്മത്ത് സലീം ഇപ്പോൾ ആദ്യമായിട്ടാണ് ആ പേര് കാണുന്നത്. ആൻസർ ചെയ്യേണ്ടത് മെത്തേഡ് ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. N1 N2 x1 x2 ഇക്വേഷൻ ആണ്. N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, വാല്യൂ എടുക്കുക കാൽക്കുലേറ്ററിൽ. 6072 റൈറ്റ് കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. സ്റ്റാറ്റിൽ ഇതേപോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറവാണ്. ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വരാറുണ്ട്. റഹ്മത്ത് ഇന്നലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദർ ആർ 3 observations 15, 20, 25 then the sum of deviations of the observation from their arithmetic mean is equal to. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? സം ഓഫ് ഡീവിയേഷൻസ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദെയർ അരിത്തമാറ്റിക് മീൻ ഇസ് ഈക്വൽ ടു എന്താ? പ്രോപ്പർട്ടി എന്താണ്? 0. ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ എടുക്കുന്നില്ല, കാരണം സിമിലർ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. കമ്പൈൻഡ് അരിത്തമാറ്റിക് മീൻ്റെ ക്വസ്റ്റ്യൻ സിമിലർ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്കൊന്ന് അലിഗേഷൻ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കിയാലോ. അലിഗേഷൻസ് പഠിച്ച സാധനം ഒന്നും കൂടെ റിവൈസ് ആവില്ലേ? ഇന്നലെ ഞാൻ നിങ്ങളൊരു സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മെത്തേഡിൻ്റെ പേര് അലിഗേഷൻസ് ആണ്. അലിഗേഷൻസ് ഉള്ള മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. മുകളിലൊരു റേറ്റ്, ഇപ്പുറത്തൊരു റേറ്റ്, സെൻറ്ററിൽ കമ്പൈൻഡ് റേറ്റ്, ഡയഗണൽ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് റേഷ്യോ എന്ന് വരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഗ്രൂപ്പിൻ്റെ സാലറി 10,000, മറ്റേ ഗ്രൂപ്പിൻ്റെ സാലറി 15,000, കമ്പൈൻഡ് സാലറി 12,000. റേറ്റ് 1, റേറ്റ് 2, കമ്പൈൻഡ് റേറ്റ്. സാലറി റേറ്റ് അല്ലേ? യെസ്, സാലറി റേറ്റ് അല്ലേ? സാലറി പെർ മന്ത് റേറ്റ് ആണ്. റേറ്റ് നമുക്ക് അലിഗേഷനിൽ എടുക്കാം. അവിടെ ഇവിടെയും 2 സാലറി എടുക്കാം. സെൻറ്ററിൽ കമ്പൈൻഡ് സാലറി എടുക്കാം. റേഷ്യോ കിട്ടും. ഇവർ എംപ്ലോയീസിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ അത് നമുക്ക് പെർസെൻറ്റേജിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ. ഓക്കെ, ഞാനത് ഒന്ന് പറഞ്ഞു തരാം. ഇൻ കേസ് ഇന്നലത്തെ ക്ലാസ്, ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അലിഗേഷൻ നമ്മൾ എടുക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചത്. ഒരു ടീമിൻ്റെ സാലറി, അൺസ്കിൽഡിൻ്റെ സാലറി 10,000, സ്കിൽഡിൻ്റെ സാലറി 15,000, കമ്പൈൻഡ് സാലറി 12,000. ഡയഗണൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ 3,000, അപ്പുറത്തെ ഡിഫറൻസ് എടുക്കുമ്പോൾ 2,000. ഡിഫറൻസ് ഞാൻ എടുക്കാൻ പറഞ്ഞോട് പ്ലസ് ഓർ മൈനസ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 3:2 എന്ന് വരും. ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ്? പെർസെൻറ്റേജ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം? പെർസെൻറ്റേജിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? റെസ്പെക്റ്റീവ് നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് അതിനെ ടോട്ടലിലേക്ക് കമ്പയർ ചെയ്യണം. ഇൻറ്റു 100 പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കാം. 2/5 ഇൻറ്റു 100% അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. ഇപ്പോൾ 5 100 ക്യാൻസൽ ആകുമ്പോൾ അവിടെ 20 ഉണ്ടാവും. 2 × 20 40%. വെരി ഗുഡ്. സിനാൻ, റഹ്മത്ത്, അജ്ന, ലക്ഷ്മിക, ജിൻഷ, ഇവിടെ ചാറ്റിൽ ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്ത ആളുകളുടെ പേരാണ് ഞാൻ വായിച്ചത്. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഓക്കെ, അതിന് ആൻസർ 40% ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം, അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സാമിന് വന്നിരിക്കുന്ന വേരിയേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ജനറൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ വേരിയബിൾ അസ്യൂംസ് വാല്യൂസ് 1 2 3 എക്സെട്ര 5 എന്ന് വരെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ എന്ത് ചെയ്ത ക്വസ്റ്റ്യനെ മാറ്റി n നാച്ചുറൽ നമ്പേഴ്സ് ആക്കി മാറ്റി. എക്സിനെ n നാച്ചുറൽ നമ്പേഴ്സ് ആക്കി മാറ്റി, ഫ്രീക്വൻസി n നാച്ചുറൽ നമ്പേഴ്സ് ആക്കി മാറ്റി. അപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക? പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇക്വേഷൻ എന്താ വരിക? എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു എക്സ്, ഫ്രീക്വൻസി ഇൻറ്റു എക്സ്, ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ 1 × 1 1 സ്ക്വയർ, 2 × 2 2 സ്ക്വയർ, 3 × 3 3 സ്ക്വയർ, എക്സെട്ര n സ്ക്വയർ. ഇപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വരിക?
ന്യൂമറേറ്ററിൽ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എക്സെട്ര n സ്ക്വയർ. ഞാനത് ക്വസ്റ്റ്യൻ മാറ്റി ജനറലൈസ് ചെയ്യാണ് n സ്ക്വയർ, കാരണം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സെട്ര അപ് ടു n സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ വരിക? ഫ്രീക്വൻസിൻ്റെ സമ്മ് 1 2 3 എക്സെട്ര അപ് ടു n നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇന്നലെ പഠിച്ച ഇക്വേഷൻസ് ഓർക്കുന്നുണ്ടോ? സം ഓഫ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ 5 എണ്ണം പഠിക്കാൻ പറഞ്ഞതിൽ ഒരു ഇക്വേഷൻ ആണ് സം ഓഫ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എന്താണ് സം ഓഫ് സ്ക്വയർസിൻ്റെ ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് സം ഓഫ് സ്ക്വയർസിൻ്റെ ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ആരൊക്കെ ക്യാൻസൽ ആവും? n ഇൻ n പ്ലസ് 1 ന്യൂമറേറ്ററിൻ്റെ ഇവിടെ ന്യൂമറേറ്ററിലെ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ എന്നൊക്കെ ഓൾഡ് സ്കൂൾ മെത്തേഡാണ്. നമ്മൾ ന്യൂമറേറ്റർ ഡയറക്റ്റ് വെട്ടിക്കളയും, ഡിനോമിനേറ്റർ ഡയറക്റ്റ് വെട്ടും. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? ഇവിടെ 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 3. ഇത് പഠിച്ചു വെക്കണം, കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ്. എക്സിൻ്റെ സ്ഥലത്ത് നാച്ചുറൽ നമ്പേഴ്സ്, എഫിൻ്റെ സ്ഥലത്തും നാച്ചുറൽ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ? ആൻസർ എന്താണ്? 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 3. ഇത് പഠിക്കണം, കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് എക്സാമുകൾ ഇതേപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പഠിച്ചു വെക്കാം. ഇപ്പോൾ 2n പ്ലസ് 3 നിങ്ങൾ ഇതേപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 5 എണ്ണം വന്ന ആൻസർ എന്താവും? എന്നിൻ്റെ സ്ഥലത്ത് 5 കൊടുക്കുമ്പോൾ 2 × 5 10 പ്ലസ് 1 11 ബൈ 3 ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എന്തിനാണ് സാർ ഇങ്ങനെ ചെയ്തതെന്നല്ല ചോദിക്കേണ്ടത്. ഇത് പ്രീവിയസ് ഇയറിൽ ഈ 2n പ്ലസ് 1 ബൈ 3 എന്നുള്ള ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പഠിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. If the relation between two variables are given by u and v are given as 2u plus v is equal to 0 and the arithmetic mean of u is equal to 10, what is arithmetic mean of v? അപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യനിലൊക്കെ വന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻ ഉണ്ടല്ലോ, 2u പ്ലസ് v പ്ലസ് 7 ഈക്വൽ ടു 0. ഈ റിലേഷനിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ ഓഫ് യു ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഈ യുവിൻ്റെ സ്ഥലത്ത് നമുക്ക് യു ബാർ എന്ന് എടുക്കാം, വിൻ്റെ സ്ഥലത്ത് വി ബാർ എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2u ബാർ പ്ലസ് വി ബാർ പ്ലസ് 7 ഈക്വൽ ടു 0. ഇങ്ങനെ എടുത്താൽ അത് ജസ്റ്റിഫൈഡ് ആണ്, അങ്ങനെ എടുക്കാം. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യുവിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ കൊടുക്കാം, യു ബാറിൻ്റെ വാല്യൂ കൊടുക്കാം. ഇപ്പോൾ യു ബാറിൻ്റെ വാല്യൂ എന്താവും? 2 × 10 പ്ലസ് വി ബാർ പ്ലസ് 7 ഈക്വൽ ടു 0. അത് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? വി ബാറിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വി ബാറിൻ്റെ വാല്യൂ എന്താവണം? 27. ഇവിടെ എന്താ? ഇപ്പോൾ വി ബാറിൻ്റെ വാല്യൂ എന്ത് വരും? ആൻസർ നിങ്ങൾ പറയാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഞാനവിടെ ഹോംവർക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു 2 ദിവസത്തെ കോഴ്സിലൊന്നും ആ ക്വസ്റ്റ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. റെഗുലർ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ ഹോംവർക്ക് അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ഇതൊന്നും നമുക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. എത്ര കിട്ടിയത് ആൻസർ? ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഇതെന്താ ഇത് പല ആൻസറും പറയണ്ടല്ലോ. ബിപിയുടെ ആൻസർ പറയുന്നത് ഏതിൻ്റെ? 7ൻ്റെ ആൻസർ ആണോ എ എന്ന് പറഞ്ഞത്? -27 റൈറ്റ്, -27. അൻസിൽ സി ആൻസർ പറഞ്ഞു. അൻസിൽ -27. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് വി ബാറിൻ്റെ ആൻസർ. എത്ര വന്നു? -27. താങ്ക് യു. അപ്പോൾ അതോടെ എന്ത് കഴിഞ്ഞു? അരിത്തമാറ്റിക് മീൻ കഴിഞ്ഞു. അപ്പോൾ അരിത്തമാറ്റിക് മീനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇതൊക്കെ ഞാനീ പറഞ്ഞതെല്ലാം ക്വസ്റ്റ്യൻസിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളീ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടെ എക്സസൈസിലുള്ള സ്റ്റാറ്റിയിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്കവാറും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ഇനി ജോമെട്രിക് മീൻ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് അതിൻ്റെ മുകളിൽ വീണ്ടും കഥ പറയാൻ സമയമില്ല. ജോമെട്രിക് മീൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ജോമെട്രിക് മീൻ ഇസ് ഡിഫൈൻഡ് ആസ് nth root of product of observations. nth root of product of n numbers. Geometric mean is nth root of product of n numbers. 2 numbers ഉണ്ടെങ്കിൽ റൂട്ട് എ ബി, 3 numbers ഉണ്ടെങ്കിൽ എ ബി സി, 4 numbers ഉണ്ടെങ്കിൽ എ ബി സി ഡി. 4th root of. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് ഒരു എന്താ ഈ പറഞ്ഞ ഡയലോഗൊക്കെ എഴുതിയതൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇന്നലെയും പറഞ്ഞാലും ഇതൊക്കെ ജോമെട്രിക് മീൻ എന്താ? nth root of product of n numbers. അപ്പോൾ അത്
ചെറിയ വാല്യൂസൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. കാൽക്കുലേറ്ററിൽ ക്യൂബ് റൂട്ടിൻ്റെ ബട്ടൺ ഇല്ല, അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഇത് ഓപ്ഷൻ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ എന്നൊക്കെ ഞാൻ കാണാറുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അത് 8, 24, 40 എന്നുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 8 എന്ന് പറഞ്ഞാൽ 2/3 ആണ്, 24 എന്ന് പറഞ്ഞാൽ അഗെയിൻ 8 into 3 ആണ്, ദാറ്റ് ഈസ് ഓൾസോ 2/3 into 3 24. 40 എന്ന് പറഞ്ഞാൽ 8 into 5 ആണ്, 8 എന്ന് പറഞ്ഞാൽ 2/3 into 5 ആണ്. ഇൻഡിസസ് പഠിച്ച ആളുകളല്ല നിങ്ങൾ, ഇൻഡിസസ് പഠിച്ച ആളുകളല്ലേ. അപ്പോൾ അതിൽ 2/3 3 വന്നു. ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് ആ മൂന്നെണ്ണത്തിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ അതെന്ത് പുറത്തേക്ക് വരും, 2/3 പുറത്തുണ്ടാവും. ബാക്കി ക്യൂബ് റൂട്ട് ഓഫ് 3 into 5 15 ഉണ്ടാവും. 2/3 വാല്യൂ എന്താണ്, 8. അപ്പോൾ 8 into ക്യൂബ് റൂട്ട് ഓഫ് 15. ഇൻഡിസസ് പഠിച്ചിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ 8, 24, 14 നമുക്ക് 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 3. 8 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അല്ലെങ്കിൽ 8 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, 8 നേരെ പുറത്തേക്ക് എടുത്ത് വരും. 3 പ്രാവശ്യം 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 പുറത്തേക്ക് വരും. ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ടാവും, 3 into 5 ബാക്കി ഉണ്ടാവും. സോ 2/3 അല്ലെങ്കിൽ 8 into ക്യൂബ് റൂട്ട് ഓഫ് 15 ആയിട്ട് ആൻസർ മാറും. ഓക്കെ, അപ്പോൾ ജോമെട്രിക് മീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെസിമൽ ഫോമിലല്ല ആൻസർ ഉള്ളത്, ഇംഗ് ഫോമിലാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം, ജോമെട്രിക് മീൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. ജോമെട്രിക് മീൻ്റെ പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇവിടെ ഏത് പ്രോപ്പർട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈക്വൽ ടു ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ലോഗരിതം ഓഫ് ഒബ്സർവേഷൻ. ഇതിനിടയിൽ ലോഗരിതം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, സ്റ്റാറ്റി എടുക്കുമ്പോഴേ. സ്റ്റാറ്റിയിലും ലോഗരിതം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് പറയാം. അരിത്തമാറ്റിക് മീൻ ഓഫ് ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 നമ്പേഴ്സ് എടുത്തു, 10, 100, 1000 എടുത്തു. അതിൻ്റെ ലോഗരിതം ലോഗ് ഓഫ് 10 to the base 10 1. എന്താ നമ്മൾ ഇന്നലെ ലോഗരിതത്തിന് പഠിച്ചത്, ലോഗരിതം ഇസ് എ പവർ ഓഫ് ദ ബേസ്. ലോഗരിതം ഈസ് എ പവർ ഓഫ് ദ ബേസ്. ലോഗരിതം ഈസ് എ പവർ ഓഫ് ദ ബേസ്. 10ൻ്റെ എത്രാമത്തെ പവറാണ് 10, 10ൻ്റെ എത്രാമത്തെ പവറാണ് 100 സെക്കൻഡ്, 10ൻ്റെ എത്രാമത്തെ പവർ 1000 തേർഡ്. അതാണ് അവിടെ 1, 2, 3 എന്ന് എഴുതിയത്. അതിൻ്റെ അരിത്തമാറ്റിക് മീൻ എടുത്താൽ 2 എന്ന് വന്നു. ഇനി ജോമെട്രിക് മീൻ ഓഫ് 10, 100, 1000 3 ടേംസ് GPയിലാണെങ്കിൽ നടുവിൽ നിൽക്കുന്ന ടേം എന്താണ്, ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. അപ്പോൾ അതിൻ്റെ GP ഏതാണ്, 100 ആണ് GP. ഇത് കാൽക്കുലേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യൂബ് റൂട്ട് ഒന്നും എടുക്കണ്ട. 3 ടേംസ് ആണ് GP, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈക്വലി സ്പേസ് ആയിട്ട് നിൽക്കുന്ന ടേം ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ അത് 100 ആണെങ്കിൽ ഇനി ഇതിൻ്റെ ലോഗ് ഓഫ് 100 to the base 10 എടുക്കുമ്പോൾ 2. ഇത് രണ്ടും ഈക്വൽ ആണ്. അതാണ് ഇവിടെ പ്രോപ്പർട്ടി പറഞ്ഞത്. എന്താ പ്രോപ്പർട്ടി ഒന്നുകൂടെ വായിച്ചോ, ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈക്വൽ ടു അരിത്തമാറ്റിക് മീൻ ഓഫ് ലോഗരിതംസ്. ലോഗരിതത്തിൻ്റെ അരിത്തമാറ്റിക് മീൻ എടുത്തു, അത് ഇപ്പുറത്തെ സൈഡിൽ ഈക്വലോ. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് assumed ബൈ വേരിയബിൾ ആർ കോൺസ്റ്റന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5, 5, 5. 3 ഒബ്സർവേഷൻസ് എടുത്തു, 5, 5, 5. ഇതിൻ്റെ ജോമെട്രിക്കൽ മീൻ എന്താണ്, 5 അല്ലേ? ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണെന്നുള്ള കണ്ടീഷനിൽ 5, 5, 5 ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണോ? 5, 5, 5 ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണോ? ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാനത് റെസ്പോൺസ് വെയിറ്റ് ചെയ്യാണ്. 5, 5, 5 ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണോ? ഫൈവ് 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 ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. യെസ്, കാരണം അതിൻ്റെ കോമൺ റേഷ്യോ ഉണ്ട്, 1 ആണ്. ദേ ഹാവ് എ കോമൺ റേഷ്യോ വിച്ച് ഇസ് 1. 5, 5, 5 അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണോ? യെസ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ, 0. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ആണെന്നാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. 0 ആയാലും കുഴപ്പമില്ല. ജോമെട്രിക്കൽ പ്രോഗ്രഷനിൽ കോമൺ റേഷ്യോ വരണം എന്നാണ് പറഞ്ഞത്, അവിടെ റേഷ്യോ 1 ആയാൽ മതി. സോ ദാറ്റ് ഈസ് ഓൾസോ 5, 5, 5 ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ജോമെട്രിക്കൽ മീൻ എന്താ, നടുവിൽ നിൽക്കുന്ന ടേം അതാ 5. അപ്പോൾ 3, ഇഫ് ദ ഒബ്സർവേഷൻസ് ആർ കോൺസ്റ്റന്റ് ദെൻ ദ GM ഓഫ് ഒബ്സർവേഷൻ ഇസ് ഓൾസോ ഈക്വൽ ടു ദ കോൺസ്റ്റന്റ് വാല്യൂ. ഇനി ഇതിൽ നമ്മൾ 2 എക്സും വൈയും എന്ന നമ്പേഴ്സ് റിലേറ്റഡ് ആണെങ്കിൽ, ഇഫ് Z is equal to XY, if Z is equal to XY, then geometric mean of Z is equal to geometric mean of X into geometric mean of Y. അതേപോലെ ഡിവിഷനും വരുന്നുണ്ട്. if Z is equal to X by Y, then geometric mean of Z is equal to geometric mean of X divided by geometric mean of Y. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് പോകാം.
ഇപ്പോൾ ഇവിടെ അതേ ഒരു ക്വസ്റ്റൻ ആണ്, ഇതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ജോമെട്രിക് മീൻ ഓഫ് എക്സ് 10, ജോമെട്രിക് മീൻ ഓഫ് y 15. സോ വാട്ട് ഈസ് ജോമെട്രിക് മീൻ ഓഫ് എക്സ് വൈ? 10 into 15. ആൻസർ 150. അടുത്തത്, if the arithmetic mean and geometric mean of two numbers are 6.5 and 6 respectively. ഇത് നിങ്ങൾ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഞാൻ പറഞ്ഞു പോയി. Geometric mean of x 10, geometric mean of y 15. You are asked to find geometric mean of xy. Multiply ചെയ്താൽ മതി. Geometric mean of xy is what? Geometric mean of x into geometric mean of y. Geometric mean of xy is equal to geometric mean of x into geometric mean of y. 10 into 15. അടുത്തത്, if am and gm of two numbers are 6.5 and 6 respect the two numbers are. അപ്പോൾ അതിൽ am എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു am എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് മാത്രം തന്നെ am പറഞ്ഞു കഴിഞ്ഞാൽ what is am? a plus b by 2. What is gm? Root of ab. അപ്പോൾ ഇതിൻ്റെ വാല്യൂ തന്നത് a plus b by 2 6.5 വരണം, എ ബി ചെയ്താൽ 6 വരണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6 വരണമെങ്കിൽ ആ എടുക്കുന്ന നമ്പേഴ്സിൻ്റെ ഡയറക്റ്റ്ലി ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഡയറക്റ്റ്ലി റൂട്ട് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഓപ്ഷനിലുണ്ടോ നോക്കാം. ഏറ്റവും ഫാസ്റ്റായിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യുന്ന രീതിയായിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡയറക്റ്റ്ലി റൂട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. 3 into 9 റൂട്ട് 3, 4 റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 6. ആൻസർ ഓപ്ഷൻ ബി 6 അല്ലേ? 9 റൂട്ട് 3, 4 റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുന്നുണ്ടോ? സോ ഡയറക്റ്റ്ലി ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചെയ്യണം. കാൽക്കുലേറ്റർ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിനും കാൽക്കുലേറ്റർ എടുക്കണമെന്ന് വാശി പിടിക്കരുത്. ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ്ലി ചെയ്യണം. കാൽക്കുലേറ്റർ ആവശ്യമുള്ള സമയത്താണ് ഉപയോഗിക്കുന്നത്. അതർവൈസ് യുൽ ബി ജസ്റ്റ് വേസ്റ്റിംഗ് ടൈം. അനാവശ്യമായി കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായി സിമ്പിൾ കാൽക്കുലേഷൻസ്, സില്ലി കാൽക്കുലേറ്റർ എടുക്കുന്ന വേസ്റ്റ് ഓഫ് ടൈമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാൽക്കുലേറ്റർ ഉപയോഗിക്കണം കാൽക്കുലേറ്റർ ആവശ്യമുള്ള സ്ഥലത്ത് കേട്ടോ, എല്ലാത്തിലും അല്ല. ഹാർമോണിക് മീൻ എന്താണ്? ഹാർമോണിക് മീൻ ഡെഫിനിഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഹാർമോണിക് മീൻ എന്ന് ചോദിക്കില്ല, കാരണം അത് MCQ പേപ്പറാണ്. പക്ഷെ അതിൽ ഒരു ഡെഫിനേഷൻ തന്നിട്ട് അതെന്താന്നുള്ള രീതിയിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഒരു ക്വസ്റ്റ്യൻ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട് ഹാർമോണിക് മീൻ്റെ. ഹാർമോണിക് മീൻ ഇസ് ഡിഫൈൻഡ് ആസ് റെസിപ്രോക്കൽ ഓഫ് AM ഓഫ് ദ റെസിപ്രോക്കൽസ്. ഹാർമോണിക് മീൻ ഇസ് ഡിഫൈൻഡ് ആസ് റെസിപ്രോക്കൽ ഓഫ്, രണ്ട് റെസിപ്രോക്കൽ ഉണ്ട്, റെസിപ്രോക്കൽ ഓഫ് AM ഓഫ് ദ റെസിപ്രോക്കൽസ്, റെസിപ്രോക്കൽ ഓഫ് AM ഓഫ് ദ റെസിപ്രോക്കൽസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന സമയത്ത് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക, n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ 2, 3, 5 തന്നിട്ട് ഹാർമോണിക് മീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ഉള്ള? 3 ഒബ്സർവേഷൻസ്. 3 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/3 പ്ലസ് 1/5. ഇത് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാം. 1/2 ഈക്വൽ ടു m പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു m പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു m പ്ലസ് 3 ഡിവൈഡഡ് ബൈ MRC ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്താ ആൻസർ കിട്ടുന്നത് നോക്കിയാൽ. ഒന്ന് ഫൈൻഡ് ചെയ്തിട്ട് ആൻസർ ഇടണം. 14th ഒന്ന് ചെയ്തിട്ട് ആൻസർ ഇടുക. ഹാർമോണിക് മീൻ 2.90. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ, ഓരോന്നിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അരിത്തമാറ്റിക് മീൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് പല സ്ഥലത്തും നമ്മൾ ഡയറക്റ്റ്ലി ഉപയോഗിക്കാറുണ്ട്. അരിത്തമാറ്റിക് മീൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാർമോണിക് മീൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ താഴത്തേക്ക് വരുന്നുണ്ട്, അപ്പോൾ കൂടെ പറയാം, അടുത്ത പോയിൻ്റായിട്ട് വരുന്നുണ്ട്. ഹാർമോണിക് മീൻ്റെ അപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ജോമെട്രിക് മീൻ്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോമെട്രിക് മീൻ അപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്, ആവറേജ് ഓഫ് പേഴ്സൻറ്റേജസിന് ആവറേജ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. അവിടെ ആവറേജ് ഓഫ് പേഴ്സൻറ്റേജസ് ചോദിക്കുന്ന സമയത്ത് വി ആർ ടേക്കിംഗ്, അതിൻ്റെ നമ്മൾ ആക്ച്വലി ജോമെട്രിക് മീനാണ് എടുക്കുന്നത്. ആവറേജ് ഓഫ് പേഴ്സൻറ്റേജ് ചോദിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജോമെട്രിക് മീനാണ്, മനസ്സിലാക്കി വെക്കാം. അത് ക്വസ്റ്റ്യൻ ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. ഹാർമോണിക് മീൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഹാർമോണിക് മീൻ്റെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ ചെയ്തു. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ സിമ്പിൾ ഡാറ്റ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത് എന്തെടുക്കണം, ഗ്രൂപ്പ്ഡ് ഡാറ്റ എങ്ങനെ എടുക്കണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ നമ്മൾ ഓർഡറിലല്ല പോകുന്നത്, ആദ്യം അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, പിന്നെ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ ടേബിൾ വന്നിട്ട് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഹാർമോണിക് മീൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹാർമോണിക് മീൻ എങ്ങനെ ഫൈൻഡ് ചെയ്ത്? n ഡിവൈഡഡ് ബൈ ഹാർമോണിക് മീൻ ഇക്വേഷനാണ് n ഡിവൈഡഡ് ബൈ സിഗ്മ f ബൈ എക്സ്, fi ബൈ xi.
n divided by sigma fi by xi. n എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഫ്രീക്വൻസി. സിഗ്മ എഫ് ടോട്ടൽ ഫ്രീക്വൻസി. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 2 + 3 5 + 3 8 + 2 10. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി 10 വരും. 10 divided by fi by xi. ഓർഡർ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോരുത് എടുക്കുന്നത്. fi by xi ആണ്. fi by xi. അപ്പോൾ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ 2/2 3/4 3/8 2/16. കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി. നിങ്ങളിതൊന്ന് സ്വന്തം ചെയ്യാൻ വേണ്ടി മെനക്കെടേണ്ട. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇത്തരം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ചെറിയ ടേബിൾ ഒന്നൊരു ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ഓരോന്ന് ചെയ്ത് പോവാം. ഓരോ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാം. ഒരു ക്വസ്റ്റ്യനെങ്കിലും എൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും എൻ്റെ കൂടെ ചെയ്യാം. ഒരൊറ്റെണ്ണെങ്കിലും ചെയ്യാം. അതിൽ നിങ്ങൾ മടി വിചാരിക്കരുത്. പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. പിന്നെ ഇനി എപ്പോൾ ചെയ്യാനാ? ഇപ്പം ചെയ്യണം. എൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനെങ്കിലും എൻ്റെ കൂടെ ചെയ്തിട്ട് പോകാം. ഓരോ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും എൻ്റെ കൂടെ ചെയ്തിട്ട് പോകാം. കിട്ടുന്നുണ്ടല്ലോ, ആൻസർ കിട്ടുന്നുണ്ടല്ലോ. ഇതിന് ആൻസർ എത്ര വന്നേ? ഓക്കെ, യെസ് 4.444 എന്നുള്ള ആൻസറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഹാർമോണിക് മീൻ ഫൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നറിഞ്ഞായിരുന്നു നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, സിമിലർ ടു വാട്ട് യു ഹാവ് ടേക്കൺ ഫോർ അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഒബ്സർവേഷൻസ് സെയിം ആണെങ്കിൽ ഹാർമോണിക് മീൻ്റെ വാല്യൂ വിൽ ബി ദ സെയിം വാല്യൂ. ഹാർമോണിക് മീൻ ഓൾസോ വിൽ ബി ദ സെയിം വാല്യൂ. ഓക്കെ, അതിൽ മാറ്റം വരില്ല. 5 5 5 എന്ന് എടുത്താൽ, ഞാൻ ഈ 5 5 എടുക്കുന്നത് വെറുതെ ഓർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു, അത്ര എളുപ്പമുള്ളൊരു സാധനം. 5 5 5 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ എന്താവും? അരിത്തമാറ്റിക് മീൻ എന്താവും? 5 ആവും. ജോമെട്രിക് മീൻ എന്താവും? 5 ആവും. ഹാർമോണിക് മീൻ എന്താവും? 5 ആവും. സോ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ആവറേജസ് എടുക്കുന്ന അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക്കൽ മീൻ, ഹാർമോണിക് മീൻ ഒരേ ഒബ്സർവേഷൻ്റെ കേസിൽ വാല്യൂ സെയിം ആയിരിക്കും. ഇതിലൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്ന ആ ഒരു മാർക്കിന് ഒരു മാർക്ക് തന്നെ വേണ്ടേ? അപ്പോൾ അതൊരു പോയിന്റ് ഓർക്കുക, അതിലൊരു മാർക്ക് വന്നാൽ നമുക്കത് കിട്ടും. ഇനി രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്താൽ N1 N2 ഒബ്സർവേഷൻ, അതിൽ ഹാർമോണിക് മീൻ H1 H2 ആണെങ്കിൽ കമ്പൈൻഡ് ഹാർമോണിക് മീൻ, കമ്പൈൻഡ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കമ്പൈൻഡ് അരിത്തമാറ്റിക് മീൻ ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പൈൻഡ് ഹാർമോണിക് മീൻ N1 + N2 ഡിവൈഡഡ് ബൈ N1 by H1 + N2 by H2. കമ്പൈൻഡ് ഹാർമോണിക് മീൻ N1 + N2 ഡിവൈഡഡ് ബൈ N1 by H1 + N2 by H2. ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി മറക്കാനുള്ള സമയം കുറവല്ലേ, പഠിക്കാൻ ശ്രമിക്കുക. N1 + H2 N1 + N2 ഡിവൈഡഡ് ബൈ N1 by H1 + N2 by H2. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുക, ഒരൊറ്റണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് വൺ പ്രോബ്ലം, ഒറ്റ പ്രോബ്ലം ചെയ്ത് പഠിക്കാം. There are two groups with 45-60 years harmonic means containing 15-13 observation. The combined harmonic mean is given by. ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യുള്ളൂ. അതിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാറ്റിയിലുണ്ട്, ബട്ട് അതൊന്നും നമ്മൾ ചെയ്യൂല. ചെറുത് മാത്രം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ ചെയ്താൽ തന്നെ നമുക്ക് ഇന്ന് എത്രത്തോളം ചെയ്യാമെന്നുള്ളത് നോക്കാം. രാത്രി 9 മണിവരെയാണ് നമുക്കുള്ള സമയം, 5 മണി. പക്ഷേ ഇതെന്താ പറയുക, എനിക്ക് ഇങ്ങനെ എല്ലാം സ്കിപ്പ് ചെയ്ത് പോകാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം എടുക്കുന്നത് വൃത്തിക്ക് എടുക്കാമല്ലോ. നമ്മളത് എല്ലാം വെറുതെ ഒന്നും പറയാതെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാത്സ് എടുക്കുന്ന പോലെ നമുക്ക് മാത്സിൽ എനിക്ക് ഇന്ന ടൈപ്പിൽ ഇന്ന ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കുറച്ച് ടൈപ്പ്. ഇപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി മൊത്തം ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ക്ലാസ്സിൽ ആക്ച്വലി ചെയ്ത ക്വസ്റ്റ്യൻസ് കുറവാണ്. കാരണം എന്താണ്? ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. സ്റ്റാറ്റിയിൽ എന്താ പറയുക, പരത്തിയിട്ടാണ് ചോദിക്കുന്നത്. എല്ലാം ചോദിക്കാറുണ്ട്, എല്ലാ പോയിന്റ്സും ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എക്സാമിന് വരുന്ന പോയിന്റ്സാണ്.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എടുക്കുമ്പോൾ നമ്മളത് എടുക്കുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാനാണ് ഇരിക്കുന്നത്, വെറുതെ ക്ലാസ് കാണാനല്ല വന്നിരിക്കുന്നത്, പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോകാം. ഈ ചാപ്റ്റർ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്നു എന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. വലിയ ക്വസ്റ്റ്യൻസ് മാത്രം ഒഴിവാക്കാം. ആൻസർ കിട്ടിയിട്ടുണ്ട് 70. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത് ഹാർമോണിക് മീനിങ് യൂസ് ടു ഫൈൻഡ് ആവറേജ് സ്പീഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫ് യു ഗിവൺ 2 സ്പീഡ്സ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോകുന്നു, അങ്ങോട്ട് ട്രെയിനിൽ പോയി തിരിച്ച് ട്രെയിനിൽ വരുന്നു, അങ്ങോട്ട് ബോട്ട് പോകുന്നു തിരിച്ച് ബോട്ടിൽ വരുന്നു, ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ആവറേജ് സ്പീഡ്. എന്ത് ചെയ്യണം? ആവറേജ് സ്പീഡ് എന്ന് കാണുന്നത് നേരെ ചാടി ആവറേജ് സ്പീഡ് എന്ന് കാണുമ്പോഴത്തേക്ക് a+b/2 എന്നുണ്ട്. അരിത്തമാറ്റിക് മീൻ ചെയ്യരുത്. ആവറേജ് സ്പീഡ് വരുന്ന സമയത്ത് യു ഹാവ് ടു യൂസ് ഹാർമോണിക് മീൻ. ഇക്വേഷൻ എന്താണ്? രണ്ടെണ്ണത്തിൻ്റെ രണ്ട് സ്പീഡ് തന്നു കഴിഞ്ഞാൽ ദ ആവറേജ് സ്പീഡ് ഇസ് ഗിവൺ ബൈ 2xy ഡിവൈഡഡ് ബൈ x+y. ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്നും ചെയ്യാം. ഇത് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടാണ്. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, രണ്ടിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ടോ, ആവറേജ് സ്പീഡ് ചോദിക്കും. അപ്പോൾ ആവറേജ് സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു അപ്ലൈ ഹാർമോണിക് മീൻ എന്ന് മനസ്സിലാക്കുക. ഒന്ന് അത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യണം? 2xy ഡിവൈഡഡ് ബൈ x+y. 2 ടേംസ് xy. ഹാർമോണിക് മീൻ എന്താണ്? 2xy ഡിവൈഡ് ബൈ x+y. 2 ടേംസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്താണ്? അരിത്തമാറ്റിക് മീൻ എന്താണ്? a+b/2. 2 ടേംസിന് ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്? ജോമെട്രിക് മീൻ എന്താണ്? √ab. 2 ടേംസിൻ്റെ ഹാർമോണിക് മീൻ എന്താണ്? 2ab/a+b. കണക്ട് ചെയ്ത് പഠിക്കാം. a+b/2 √ab. ഹാർമോണിക് കാണുന്ന സമയത്ത് എന്താവും? 2ab ഡിവൈഡഡ് ബൈ a+b. ഹാർമോണിക് മീൻ ab എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. a, b അരിത്തമാറ്റിക് മീൻ്റെ ഇക്വേഷൻ, ജോമെട്രിക് മീൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ ഇക്വേഷൻ, ഇത് a+b/2, മറ്റേത് √ab, ഇതെന്താവും? 2ab/a+b. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ബോക്സൊക്കെ ആക്കി വെച്ചിട്ട് ഓർത്തെടുക്കാം. ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടിയിട്ടുണ്ട്. യെസ്, 583. നിങ്ങൾ എൻ്റെ കൂടെ സ്പീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സാമിന് അത്രയും അടുത്ത് നിൽക്കുന്ന സമയമാണ്. നമ്മൾ മാക്സിമം സ്പീഡ് ചെയ്യുക, മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ AM, GM ആൻഡ് HM മൂന്നും തമ്മിലുള്ള റിലേഷൻ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു സിമ്പിൾ സാധനമാണ് റിലേഷൻ ബിറ്റ്വീൻ AM, GM ആൻഡ് HM. ഒന്ന് കോൺസ്റ്റന്റ് ഒബ്സർവേഷൻസിൽ 5 എന്നുള്ള എക്സാമ്പിൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒബ്സർവേഷൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എല്ലാവരുടെ വാല്യൂ 5 ആണ്. ദേ ആർ ഈക്വൽ. കോൺസ്റ്റന്റ് ഒബ്സർവേഷനിൽ ദേ ആർ ഈക്വൽ, മാറൂല, ദേ ആർ ഈക്വൽ. അപ്പോൾ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് മനസ്സിലാക്കി ഫുള്ള് വായിക്കണം. അത് ടേംസ് ആർ ഈക്വൽ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ AM = GM = HM. ഇനി തിരിച്ച് ഇഫ് AM = GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ AM = GM എന്ന് തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഈക്വൽ ടു HM എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. AM-ഉം GM-ഉം ഈക്വൽ ആണെങ്കിൽ HM-ന് ഈക്വൽ ആവും. AM-ഉം GM-ൻ്റെ വാല്യൂ തന്നിട്ട് HM ചോദിച്ചു കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെ എടുക്കണം. ഓക്കെ, ഇനി അത് മൂന്നും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? ഓൾ ദ ഒബ്സർവേഷൻസ് ആർ ഹാവിങ് സെയിം വാല്യൂ എന്നും പറയാം. അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻസ് സെയിം ആവുന്ന സമയത്ത് AM = GM = HM എന്ന് വരുന്നു. പിന്നെ ഡിസ്റ്റിങ്ക്ട് ഒബ്സർവേഷൻസ് ആണെങ്കിൽ ഇഫ് ദ ഒബ്സർവേഷൻസ് ആർ ഡിസ്റ്റിങ്ക്ട്, വേറെ വാല്യൂസ് വരുന്ന സമയത്ത് AM > GM > HM ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ. ഇനി ഇൻ ജനറൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാത്ത വെറുതെ ചോദിക്കുകയാണ് വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ AM ആൻഡ് HM. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ജനറൽ ആയിട്ടുള്ള റിലേഷനാണ് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ AM > GM > HM രണ്ടും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ജനറൽ റിലേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് വായിച്ചിട്ട് വേണം ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇനി AM ആൻഡ് HM ഓഫ് 10 ഒബ്സർവേഷൻസ് ആർ ബോത്ത് 15. രണ്ടും 15 ഈക്വൽ ആണെങ്കിൽ HM എന്താവും? 15 ആവും. രണ്ടും 15 ഈക്വൽ ആണെങ്കിൽ AM = GM വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു HM, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 15. ഇനി ഇത് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ ഇവിടെ വേറെ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ഇതും ക്വസ്റ്റ്യൻ ഉള്ളത് തന്നെയാണ്. ഇതൊരു റിലേഷനാണ്, ഇത് പഠിച്ചു വെക്കാം. GM² = AM × HM. എന്താ റിലേഷൻ? GM² = AM × HM. ജോമെട്രിക്കൽ മീൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു അരിത്തമാറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ അരിത്തമാറ്റിക് മീൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഇവിടെ വാല്യൂ കാണുന്നില്ല. അരിത്തമാറ്റിക് മീൻ തന്നിട്ടുണ്ട് 5, ഹാർമോണിക് മീൻ തന്നിട്ടുണ്ട് 3.2. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ജോമെട്രിക് മീൻ. ഇപ്പോൾ ജോമെട്രിക് മീൻ്റെ സ്ക്വയർ ആണ് AM × HM. അപ്പോൾ AM × HM വാല്യൂ ഫൈൻഡ് ചെയ്യുക, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GM വാല്യൂ കിട്ടും. ഓക്കെ,
കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ ഡെസിമൽ വാല്യൂസ് ഒക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എവിടെ എത്തി? നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? നമ്മൾ പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലുള്ള അരിത്തമാറ്റിക് മീൻ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആവറേജസ് ആയിട്ടുള്ള അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ഇത് മൂന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ നോക്കി, അതിൽ വരുന്ന ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ നോക്കി, അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസും ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മീഡിയൻ, വാട്ട് ഈസ് മീഡിയൻ? അപ്പോൾ ഇവിടെ ഇത് ഏത് സെക്ഷനിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്? ഇപ്പോൾ മാത്തമാറ്റിക്കൽ ആവറേജസിൽ ആരൊക്കെയുള്ളത്? അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ആ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് കയറി. അടുത്ത സെക്ഷനിൽ ആരൊക്കെ വരുന്നത്? പാർട്ടീഷൻ വാല്യൂസ്. പാർട്ടീഷൻ വാല്യൂസ് പറഞ്ഞാൽ പൊസിഷനൽ ആവറേജസ് എന്ന് പറയുന്ന സാധനം, ആളെ പൊസിഷൻ അനുസരിച്ചുള്ള വാല്യൂസ് ആണ് പറയുന്നത് പാർട്ടീഷൻ വാല്യൂസ്. അതിലൊന്നാണ് നമ്മൾ പഠിക്കുന്നത് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ നിൽക്കുന്ന ആളാണ് മീഡിയൻ. പേര് കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, മിഡിൽ നിൽക്കുന്ന ആളാണ് മീഡിയൻ. അപ്പോൾ ഒരു ഒബ്സർവേഷൻ തന്നു കഴിഞ്ഞാൽ, ഇഫ് ദ ഒബ്സർവേഷൻ ഇസ് അൺഗ്രൂപ്ഡ്, 3 കാറ്റഗറിയിൽ നമ്മൾ എടുക്കുന്നത് അൺഗ്രൂപ്ഡ് ഒബ്സർവേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിൽക്കുന്നു, ചെറിയ ആൾ, കുറച്ച് വലിയ ആൾ, അതിനെക്കാട്ടും വലിയ ആൾ, സാധാ മീഡിയൻ, നടുവിൽ നിൽക്കുന്ന ആളാണ് മീഡിയൻ. അപ്പോൾ അൺഗ്രൂപ്ഡ് ഡാറ്റൻ്റെ കേസിൽ ഹൂ സ്റ്റാൻഡ്സ് the observation that stands in the middle is the median. For ungrouped data അതിനെ അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം, അതിനിടയിൽ നിൽക്കുന്നതാണ് മീഡിയൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ the median is given by, rank of the median is given by n+1/2, where n is the number of observations. n+1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിഡിൽ നിൽക്കുന്ന സാധനമാണ് കിട്ടുക. ഓക്കെ, ഇനി അത് അടുത്ത കാറ്റഗറിയിലേക്ക് ഞാൻ പോവാണ്. അൺഗ്രൂപ്ഡ് ഡാറ്റ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ ഈവൻ നമ്പർ, ഓഡ് നമ്പർ ഒക്കെ കേസൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 7 ഒബ്സർവേഷൻ ഇവിടെ എത്ര ഉള്ളൂ? 1 2 3 4 5 6 7 8, ഇവിടെ എടുത്തല്ലോ 1 2 3 4 5 6 7. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7, 1 2 3 4 5 6 7. ഇതിൽ മീഡിയൻ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ അറേഞ്ചിങ് സെൻറ്ററിൽ നിൽക്കുന്ന വാല്യൂ 68 ആണ് മീഡിയൻ. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ഈവൻ ഒബ്സർവേഷൻസ് ആണെങ്കിലോ 1 2 3 4 5 6 7 8, 8 എണ്ണത്തിൽ മീഡിയൻ കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ആദ്യം 1 2 3 4 5 6 7 8, 8 എണ്ണത്തിന് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നടുവിൽ നിൽക്കുന്ന 2 ആൾക്കാരെ പിടിക്കും, എന്നിട്ട് അവരെ ഹാഫാക്കുക. ആ വാല്യൂ, ഇടയിൽ വരുന്ന വാല്യൂ ആണ് എന്ത്? മീഡിയൻ. ഓക്കെ, ഈ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെറിയ കുട്ടിയൊക്കെ സീറ്റില്ലെങ്കിൽ നമ്മൾ പിടിച്ച് നടുവിൽ പിടിച്ചിരുത്തൂലേ? 3 ആളിരിക്കുന്ന സീറ്റിൽ നടുവിൽ ഒരു കുട്ടിനെ പിടിച്ചിരുത്തും. ഇതേപോലെ നടുവ് കയറിയിരിക്കും ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ മീഡിയൻ. ഓഡ് നമ്പർ ആണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും സെൻറ്ററിലെ വാല്യൂ. ഈവൻ നമ്പർ ആണെങ്കിൽ അറേഞ്ച് ചെയ്തു, സെൻറ്ററിൽ 2 എണ്ണത്തിനെ പിടിക്കുക, അവരെ ആവറേജ് എടുക്കുക. സോ അതിൻ്റെ നടുവിലാണ് മീഡിയം വാല്യൂ. യു ആർ ബേസിക്കലി ഫൈൻഡിങ് ദ മിഡിൽ വാല്യൂ, മിഡിൽ മോസ്റ്റ് വാല്യൂ എടുക്കാമെന്ന് മാത്രം. ഓക്കെ, ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ. സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന കേസിൽ, സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കേസ് നമ്മൾ ഈ പറയുന്ന പോലത്തെ കേസ്, ഇതാണ് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കേസ്. എക്സിൻ്റെ വാല്യൂ 10 20 10 50 40 30 20, അതിൽ ഫ്രീക്വൻസിൻ്റെ വാല്യൂ 50 20 30 30 10 40. ഇങ്ങനെ വരുന്ന കേസിൽ ഞാൻ പറയുന്ന പേരാണ് അതിന് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയട്ടെ. മെറ്റീരിയൽ ഡിസ്ക്രീറ്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിന് സിമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവെ പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്നുള്ളതും കറക്റ്റ് തന്നെയാണ്, മെറ്റീരിയൽ അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനോ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽ വരുന്ന വാല്യൂ എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ 10 എന്നുള്ള വാല്യൂ 50 എണ്ണം ഉണ്ട്, 10 എന്നുള്ള വാല്യൂ 50 എണ്ണം ഉണ്ട്. ഈ 50 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെ ആര് വരും? പിന്നെ ആരാ വരിക? 10 എന്നുള്ള കാര്യം 50 എണ്ണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എണ്ണം ഒബ്സർവേഷൻ ഏതാ? അറേഞ്ച് ചെയ്യണം കേട്ടോ, ഡാറ്റ ആദ്യം അറേഞ്ച് ചെയ്യണേ. ഡാറ്റ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ വാല്യൂ 10 കഴിഞ്ഞാൽ 20 20 കഴിഞ്ഞാൽ 30 30 കഴിഞ്ഞാൽ 40, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 10 എന്നുള്ള ഒബ്സർവേഷൻ 50 എണ്ണം വരിക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 50 എന്നാൽ 10 എന്നുള്ളത് 50 എണ്ണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ വരെ 20 വരും. 20 എത്ര എണ്ണം ഉണ്ട്? 40 എണ്ണം. അത് കഴിഞ്ഞാൽ പിന്നെ 30 എണ്ണം 10 എണ്ണം ഉണ്ടാവും. ഇതിങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ 10 ഞാൻ എഴുതി കഴിഞ്ഞാൽ 10 എന്ന് എഴുതണം, 50 പ്രാവശ്യം എഴുതണം. അത് കഴിഞ്ഞാൽ പിന്നെ ആര് വരും? 20 എത്ര പ്രാവശ്യം എഴുതണം? 40 പ്രാവശ്യം എഴുതണം. പിന്നെ 30. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ഫ്രീക്വൻസി എക്സ് 10 50 എണ്ണം, 20 90 20 40 എണ്ണം. അപ്പോൾ അതിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ അതിൽ നടുവിൽ ആരാ വരുന്നതെന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇക്വേഷൻ എഴുതാൻ പോകുന്നതിന് മുന്നേ. യു ബേസിക്കലി ഫൈൻഡിങ് ഔട്ട് who will be standing in the middle when we are arranging them on a line.
ഒരു ലൈൻ്റെ മുകളിൽ നിർത്തിയാൽ ആര് നടുവിൽ വരും എന്നാണ് മീഡിയൻ. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ ഇങ്ങനത്തെ കേസ് നമുക്ക് ഈ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് നിർത്താമായിരുന്നു, നേരെ നിർത്താമായിരുന്നു, കുറച്ച് ആൾക്കാരുള്ളൂ. പക്ഷേ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈനിൽ നിൽക്കുന്ന പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേറെ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ആദ്യം ഡാറ്റ അറേഞ്ച് ചെയ്യും. ആ ഡാറ്റ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുന്ന വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദി റാങ്ക് ഫൈൻഡ് ചെയ്യും. എങ്ങനെ റാങ്കിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. റാങ്കിൻ്റെ ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ റാങ്കിൻ്റെ ഇക്വേഷൻ n+1/2 where n is a total frequency, that is 150 + 1/2 എടുത്തിട്ട് റാങ്ക് ഫൈൻഡ് ചെയ്യുക. റാങ്ക് ഫൈൻഡ് ചെയ്യാൻ തന്നെ അപ്പോൾ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് റാങ്ക് കൊടുക്കാറില്ലേ, അതേപോലെ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഇങ്ങനെ റാങ്ക് കൊടുക്കുന്ന പോലെ നമ്മൾ അതിന് റാങ്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ റാങ്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 151 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 75.5 ആണ് ഈ റാങ്ക്. ആരെ റാങ്ക്? അത് മീഡിയൻ്റെ. ആരെ റാങ്കാ? മീഡിയൻ്റെ റാങ്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം 75.5 ഒബ്സർവേഷനാണ് ആരുള്ളത്? മീഡിയൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തതിൻ്റെ അർത്ഥം 50 എണ്ണം കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ ബാക്കി മൊത്തം 90 വരെ വരുന്നതിൽ എന്തുണ്ടാവും? മൊത്തം 90 വരെ വരുന്നതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മളത് തിയററ്റിക്കലി നമ്മൾ മെത്തേഡ് സ്റ്റെപ്സിൽ പറയുന്നത് എന്താ വെച്ചാൽ വി ആർ ലുക്കിംഗ് ഫോർ ദ ക്ലാസ് ഇൻ്റർവെൽ വേർ ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇസ് ജസ്റ്റ് അബൌട്ട് ദ റാങ്ക്. അതിന് മനസ്സിലാക്കാൻ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 75ാമത്തെ ഒബ്സർവേഷൻ എവിടെ ഉണ്ടാവും? ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ സ്റ്റെപ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ എഴുതുന്നത്? റാങ്ക് ഫൈൻഡ് ചെയ്തു, ചെക്ക് ഫോർ ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ദ റാങ്ക്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വി ആർ ബേസിക്കലി ഫൈൻഡിങ് ഔട്ട് ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആളെ ഫൈൻഡ് ചെയ്യാണ്. അപ്പോൾ പ്രൊസീജിയറിൻ്റെ പിന്നിലുള്ള ലോജിക്ക് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മീഡിയൻ എന്തായിട്ട് കിട്ടും? മീഡിയൻ ഇസ് ഈക്വൽ ടു 20. പ്രൊസീജിയർ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പ്രൊസീജിയർ മാത്രമായിട്ട് പറയാം. പ്രൊസീജിയർ ഇതാണ്, യു ആർ അറേഞ്ചിങ് ഇറ്റ് ഇൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ. പൊതുവേ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിലാണ് ചെയ്യുക. അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്ത് റാങ്ക് ഫൈൻഡ് ചെയ്യും. റാങ്ക് ഇസ് ഗിവൺ ബൈ N +1/2 where n is a total frequency. റാങ്ക് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഒബ്സർവേഷനാണ് ഈ റാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട് റാങ്ക് ഫൈൻഡ് ചെയ്തിട്ട് സാർ ഇതാണ് മീഡിയം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താണ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താ ചെയ്യുന്നത്, എന്താണ് പ്രോസസ്സ് മനസ്സിലാക്കാത്തതിനെ കൊണ്ടാണ് അവരെങ്ങനെ മറുപടി പറയുന്നത്. അപ്പോൾ റാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എത്രാമത്തെ ഒബ്സർവേഷൻ എന്നുള്ളതാണ് അവിടെ റാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്സർവേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ദാറ്റ് ഇസ് എ വാല്യൂ ഫോർ മീഡിയൻ. അങ്ങനെ കിട്ടുന്ന വാല്യൂ നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടും. അപ്പോൾ ആൻസർ അവിടെ 20 എന്നുള്ളതാണ് മീഡിയൻ. ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് മീഡിയൻ ഫോർ എ സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് പറഞ്ഞു. ഇനി ഗ്രൂപ്പ്ഡ് കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗ്രൂപ്പ്ഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കേസാണ് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ്ഡ് കേസ്. ഞാൻ വലുതാക്കാം. ഗ്രൂപ്പ്ഡ് കേസ് ഇതേപോലത്തെ കേസ് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എഴുതി, ക്ലാസ് ലിമിറ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ എഴുതി, ക്ലാസ് ഇൻ്റർവെൽ എഴുതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ഒക്കെ എഴുതുന്ന സാധനമാണ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ അൾട്ടിമേറ്റ്ലി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നടുവിൽ നിൽക്കുന്ന ഏതാണ് ഈ ഡിസ്ട്രിബ്യൂഷനിൽ മീഡിയൻ ആയിട്ട് വരിക, ഈ ഒബ്സർവേഷനിൽ നടുവിൽ വരുന്ന വാല്യൂ ഏതാണെന്നാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഫൈൻഡ് ചെയ്യണം, അതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൊസീജിയർ ഏറെക്കുറെ സെയിം ആണ്. നമ്മൾ ആദ്യം അറേഞ്ച്ഡ് ആയിരിക്കണം, ഡാറ്റ അറേഞ്ച് ആയിരിക്കണം. ഡാറ്റ അറേഞ്ചിന് ശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്തിട്ട് റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്കിൻ്റെ ഇക്വേഷനിൽ ചെറിയ മാറ്റം ഉണ്ടാവും. റാങ്കിൻ്റെ ഇക്വേഷൻ n+1 ആണ്. എന്തിൽ n+1 എവിടെ ഉപയോഗിക്കുന്നത്? സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ n+1/2 ആണ്. പക്ഷേ ഗ്രൂപ്പ്ഡ് ആവുന്ന സമയത്ത് ഈ 1 പോവും. ഗ്രൂപ്പ്ഡിൻ്റെ കേസിൽ റാങ്ക് വരിക n/2 ആണ് റാങ്ക്. അപ്പോൾ അങ്ങനെ റാങ്ക് ഫൈൻഡ് ചെയ്തിട്ട് റാങ്ക് ഫൈൻഡ് ചെയ്യാൻ നമുക്കിവിടെ തന്നിരിക്കുന്നതിൻ്റെ ഞാൻ അവിടെ വാല്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട്. 308 ആണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റാങ്ക് എന്തായിട്ട് മാറും? n/2 എടുത്തു കഴിഞ്ഞാൽ 308/2 ചെയ്യുമ്പോൾ 154 റാങ്ക് വരും. റാങ്ക് 154 വരുന്നതെന്ന് അർത്ഥം പറഞ്ഞാൽ നമ്മൾ 154ാമത്തെ ഒബ്സർവേഷനാണ് മീഡിയൻ. അതാണ് ഇതിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതിൽ ഇടയിൽ മീഡിയം ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലാസ് ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. ഒരൊറ്റ ഇക്വേഷനാണ് ത്രൂ ഔട്ട് ദ ചാപ്റ്റർ ഉപയോഗിക്കാം. മീഡിയൻ, ഡിസൈൽ, പെർസെൻറ്റൈൽ, ക്വാർട്ടൈൽ എല്ലാത്തിനും നമ്മൾ ഒരേ രീതിയിലുള്ള ഇക്വേഷൻസ് ഒരേ രീതിയിൽ പ്രൊസീജിയർ വെച്ചിട്ടാണ് പറഞ്ഞു പോവാം. അപ്പോൾ അത് ഒരൊറ്റ പ്രൊസീജിയറാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതെല്ലാത്തിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് മീഡിയൻ ഇസ് ഈക്വൽ ടു L+R-C/F/I. L is a lower class boundary. L is a ഇവിടെ എഴുതിയിട്ടുണ്ട് ടേംസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്. മീഡിയൻ ഇസ് ഫൗണ്ട് യൂസിങ് ദ ഇക്വേഷൻ L+R-C/F/I. അതിൽ L എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ബൗണ്ടറി ആണ്, ക്ലാസ് ലിമിറ്റ് അല്ല, ലോവർ ക്ലാസ് ബൗണ്ടറി.
lower class boundary of the median class. R എന്ന് പറയുന്നത് റാങ്ക്. C cumulative frequency of the preceding class. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആണ് C. F is the frequency of the corresponding class interval. I is the class length of the class interval. അപ്പോൾ നമ്മൾ ഈ ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇക്വേഷനിൽ ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് റാങ്ക് കിട്ടിയത് എത്ര? 154 വന്നു. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നത് ഏതാ ഉള്ളത്? ഇതാണ് വരുന്നത് അല്ലേ? 154 തൊട്ട് മുകളിൽ നിൽക്കുന്ന ഇതല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞത്? ഇക്വേഷൻ എന്താണ്? L പ്ലസ് R മൈനസ് C ബൈ എഫ് ഇൻറ്റു ഐ. എൽ എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ബൗണ്ടറി. ഇപ്പോൾ ഇത് എക്സ്ക്ലൂസീവ് അല്ല, അത് എക്സ്ക്ലൂസീവ് ആക്കണം. എക്സ്ക്ലൂസീവ് അല്ല, എക്സ്ക്ലൂസീവ് ആക്കണം. ഓൾറെഡി എക്സ്ക്ലൂസീവ് ആണ്, അവിടെ പിന്നെയും കൊണ്ട് 0.5 ചെയ്യരുത്. അതും കാണാറുണ്ട് ക്ലാസ്സിൽ. എക്സ്ക്ലൂസീവ് ആയ സാധനത്തിൽ പിന്നെയും 0.5 കൊടുക്കും. എക്സ്ക്ലൂസീവ് ആയ സാധനത്തിന് പിന്നെയും 0.5 കൊടുക്കരുത്. എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ മാത്രം ക്ലാസ് ബൗണ്ടറി എടുക്കുക, വാല്യൂ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വാല്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ 409.5 വരും. യു വിൽ ബി ഹാവിങ് 429.5. അപ്പോൾ ലോവർ ക്ലാസ് ബൗണ്ടറി എത്ര വരുന്നത്? 409.5 പ്ലസ് R എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ റാങ്ക് ടേക്കൺ ആസ് 154. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 154 മൈനസ് C എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ് 119 ഡിവൈഡഡ് ബൈ എഫ് ഫ്രീക്വൻസി ഓഫ് ദ കറസ്പോണ്ടിങ് ക്ലാസ് 82 ഇൻറ്റു ക്ലാസ് ലെങ്ത് എന്ന് പറയുന്നത് അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി. അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 20. ഇപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് അടിച്ചെടുക്കുക. 154 മൈനസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാല്യൂ ഒക്കെ ഞാൻ അവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ എവറിത്തിങ് ഡൗൺ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടെ എല്ലാ സ്റ്റെപ്സും അവിടെ എഴുതിയിട്ടുണ്ട്. മീഡിയൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണുന്നുണ്ട്. ഇതാണ് പ്രൊസീജിയർ. സെയിം പ്രൊസീജിയർ ഫോർ ഓൾ ദ പ്രോബ്ലംസ്. മുന്നോട്ട് എല്ലാത്തിനും ഒരേ പ്രൊസീജിയർ വേണമെന്നൂടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും വേണമെന്നൂടെ പ്രൊസീജിയർ നോക്കാം. ഓക്കെ ആണെന്ന് തോന്നുന്നു. കുറച്ച് സ്പീഡ് ആണ് പോകുന്നതെന്ന് എനിക്കറിയാം. യെസ് ജിൻഷ അഫ്സൽ ആൻസർ 418.04. അജ്ന 418.036 എന്ന് പറയുന്നുണ്ട്. 418.04 എന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ആണ്. ഇപ്പം ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, ബാക്കിയൊന്നും നമുക്ക് ചെയ്യാനില്ല. നിങ്ങൾ സാധാരണ സ്കിപ്പ് ചെയ്യുന്ന പോലെ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. സ്കിപ്പിങ് എവറിത്തിങ്. ഇതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ഒറ്റ ക്വസ്റ്റ്യനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ ക്വസ്റ്റ്യനെ ഞാൻ ചെയ്യുള്ളൂ. അതന്നെ ചെയ്താൽ തന്നെ നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന കാണും. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാൻ എന്താ വരച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മീഡിയൻ. കാരണം നമുക്ക് പ്രോബ്ലം വരുമെന്ന് വെച്ചാൽ പ്രോബ്ലം വരും, പക്ഷെ ഒരുപാട് പ്രോബ്ലംസ് അല്ല, ഒരുപാട് തിയറിയാണ് നമുക്ക് ചോദിക്കുന്നത്. പ്രോബ്ലംസ് അല്ല കൂടുതൽ വരിക, തിയറിയാണ് കൂടുതൽ വരിക. അപ്പോൾ പ്രോബ്ലം വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ അറിയണം, പക്ഷേ തിയറി പോയിന്റ്സ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്. തിയറിയാണ് കൂടുതൽ ചോദിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് മീഡിയൻ. മീഡിയൻ ഈസ് എഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്കെയിൽ ആസ് വെൽ ആസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഒറിജിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാത്തമാറ്റിക്കൽ ആവറേജസിൽ പറഞ്ഞ അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ഇതെല്ലാത്തിലും നമ്മൾ അതിലെല്ലാം ഇറ്റ് വാസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ, ചേഞ്ച് ഓഫ് ഒറിജിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇവിടെ എന്താ അതേപോലെ തന്നെ എന്ത് വരും? മീഡിയനും എന്താവുന്നുണ്ട്? മീഡിയൻ ഇസ് ഓൾസോ എഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആസ് വെൽ ആസ് ചേഞ്ച് ഓഫ് സ്കെയിൽ. അപ്പോൾ എന്താണെന്ന് ഞാൻ വീണ്ടും എക്സാം എടുത്ത് പ്രൂവ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് ഇസ് എഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് സ്കെയിൽ ആസ് വെൽ ആസ് ചേഞ്ച് ഓഫ് ഒറിജിൻ. സോ വൈ മീഡിയൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് മീഡിയൻ എന്ന് എടുക്കാം. കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷനിലും എഫക്റ്റ് ഉണ്ട്, പ്ലസ്സിലും അടി എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ദി സം ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ഇസ് മിനിമം വെൻ ദ ഡീവിയേഷൻസ് ആർ ടേക്കൺ ഫ്രം മീഡിയം. നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ പറഞ്ഞത് ആൾജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം അരിത്തമാറ്റിക് മീൻ ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞത് എന്താണ്? ആൾജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം അരിത്തമാറ്റിക് മീൻ xi മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് xi ഈക്വൽ ടു 0. ഇവിടെ എന്താ പറയുന്നത്? സം ഓഫ് ഡീവിയേഷൻസ്, അബ്സല്യൂട്ട് സം ഓഫ് ഡീവിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് വാല്യൂ എടുക്കണം എന്നാണ്. ആൾജിബ്രൈക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പ്ലസ് വരാം, മൈനസ് വരാം. അബ്സല്യൂട്ട് സം ഓഫ് ഡീവിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡീവിയേഷൻസിന് പോസിറ്റീവ് ആക്കണം. അതിനാണ് അവിടെ 2 വര കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുത്തിട്ടുള്ളത് അതിനെ പോസിറ്റീവ് ആക്കണം. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സംഭവത്തിന് എന്താക്കണം? പോസിറ്റീവ് ആക്കണം. സോ അബ്സല്യൂട്ട് സം ഓഫ് ഡീവിയേഷൻസ് ഇസ് മിനിമം വെൻ ദ ആർ ടേക്കൺ ഫ്രം മീഡിയൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണിത്. അബ്സല്യൂട്ട് സം ഓഫ് ഡീവിയേഷൻസ് ഇസ് ടേക്കൺ ഈസ് മിനിമം വെൻ ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം മീഡിയൻ. ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ അവിടെ വരച്ച് വെച്ച്. ഒരു ബിൽഡിംഗ്, ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് പോലെ കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം, കുറേ ടവറുകളുണ്ട്. അപ്പോൾ അവിടെ കമ്പനിയുടെ എംപ്ലോയീസ് ഇതിലൊക്കെ താമസിക്കുന്നു. ഒരു കമ്പനീൻ്റെ എംപ്ലോയീസ് ഇതിലൊക്കെ താമസിക്കുന്നു. ഇവരെ എല്ലാവരും കൂടെ പിക്ക് ചെയ്യാൻ ഒരു ബസ് സ്റ്റോപ്പ് ഫിക്സ് ചെയ്യണം. എന്ത് ഫിക്സ് ചെയ്യണം? ഈ എംപ്ലോയീസിനെ പിക്ക് ചെയ്യാൻ ഒരു ബസ് സ്റ്റോപ്പ് ഫിക്സ് ചെയ്യണം. ആ ബസ് സ്റ്റോപ്പ് എവിടെ ഫിക്സ് ചെയ്യും? ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യും? ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണത്. ഞാൻ പറഞ്ഞതൊന്നല്ലത്, നിങ്ങളുടെ പ്രീവിയസ് പേപ്പറിലുള്ളതാണ്. എംപ്ലോയീസ് താമസിക്കുന്ന ഒരു ഏരിയ, ഒരു സ്ഥലം, കുറേ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. അവിടെ ഇവരെല്ലാവരും കൂടി പിക്ക് ചെയ്യാൻ ഒരു ബസ് സ്റ്റോപ്പ്, എല്ലാ ടവറിന് മുന്നിൽ നിർത്തൂല, ഒരു സ്ഥലത്ത് നിർത്തും. എവിടെ ബസ് സ്റ്റോപ്പ് ഫിക്സ് ചെയ്യണം? യു വിൽ ബി ഫിക്സിങ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് സച്ച് ദാറ്റ് ദി അബ്സല്യൂട്ട് ഡീവിയേഷൻസ് വിൽ ബി മിനിമം. എല്ലാത്തിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലമാണ് എടുക്കേണ്ടത്. എല്ലാ സ്ഥലത്തു നിന്നുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? പ്ലസ് മൈനസ് ഉണ്ടാവുമോ? ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ പ്ലസ് മൈനസും വരുമോ? പ്ലസ് മാത്രമല്ലേ വരുള്ളൂ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നതെങ്കിൽ എല്ലാം പ്ലസ് വാല്യൂയിൽ എടുക്കുക. സോ അബ്സല്യൂട്ട് സം ഓഫ് ഡീവിയേഷൻസ് മിനിമം ആണ് എടുക്കുന്നതെങ്കിൽ ദ പ്രോപ്പർട്ടി ദാറ്റ് വിൽ ബി യൂസിങ് യു വിൽ ബി യൂസിങ് മീഡിയൻ. ഇത് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അതാ ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. Two variables x and y are given by y is equal to 2x minus 3. If the median of x is 20, what is the median of y? Direct equation എടുത്താൽ മതി. y median is equal to, നമുക്കിവിടെ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ തന്നതിൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ എന്താണ്? y is equal to 2x minus 3. ഇതാണ് ഇക്വേഷൻ. y is equal to 2x minus 3 ആണ് ഇക്വേഷൻ. ഇതിൽ എന്ത് ചെയ്യാം? y എക്സിന് പകരം x മീഡിയൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y മീഡിയൻ കിട്ടും. x and y ഇത് രണ്ടും when the property is affected by change of origin as well as change of scale എന്ന് വരുന്ന കേസിൽ, ഇപ്പോൾ നമുക്ക് മുന്നേ നമ്മൾ കണ്ടു, നേരത്തെ നമ്മൾ ചെയ്തു, അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ തന്നിട്ട് y മീൻ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ when the property is affected by change of scale as well as change of origin, ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ജസ്റ്റ് പേര് മാറ്റി കൊടുക്കുക. അപ്പോൾ y മീഡിയൻ കിട്ടുകയാണെങ്കിൽ 2x മീഡിയൻ മൈനസ് 3 ചെയ്ത ആൻസർ കിട്ടും. 37 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മീഡിയൻ എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ ലുക്കിംഗ് അറ്റ് ദ നെക്സ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ക്വാർട്ടൈൽസ്. എന്താണ് ക്വാർട്ടൈൽസ്? വാട്ട് ഈസ് എ ക്വാർട്ടൈൽ? എവിടെ കേട്ട് പരിചയമുള്ളത്? ക്വാർട്ടൈൽസ് എവിടെ പരിചയമുള്ളത്? നമ്മൾ അറബിക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അൽഫാം ഓർഡർ ചെയ്യുമ്പോൾ ക്വാർട്ടർ വേണോ ഹാഫ് വേണോ? ക്വാർട്ടർ അൽഫാം, ക്വാർട്ടർ ഷവായ, ക്വാർട്ടർ തന്തൂരി കേട്ടിട്ടില്ലേ? ക്വാർട്ടർ അൽഫാം, ക്വാർട്ടർ ഷവായ, ക്വാർട്ടർ തന്തൂരി. എന്താ ക്വാർട്ടർ? ഒരു സംഭവത്തിനെ നമ്മൾ ആദ്യം 2 പീസാക്കി, അങ്ങനെ പീസാക്കി കട്ടുന്നതാണെന്ത്? അങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമാണ് മീഡിയൻ. ഇതാണ് മീഡിയൻ. ഒരു സംഭവത്തിനെ ലീനിയർ ആയിട്ട് കാണിക്കാം. ഇതാണ് മീഡിയൻ. ആദ്യം കട്ട് ചെയ്യുന്ന സാധനമാണ് എന്താണ്? മീഡിയൻ. ഇതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്ര പീസാവും? ഓരോ ഹാഫിനെ നമ്മൾ പിന്നെയും ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ പീസും എന്താണ്? എന്താ? ഓരോ ക്വാർട്ടറാണ് അല്ലേ? അപ്പോൾ എന്താ ക്വാർട്ടൈൽസ്? ക്വാർട്ടൈൽസ് ആർ ദോസ് വിച്ച് ഇസ് ഡിവൈഡിങ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഇൻറ്റു 4 equal parts. Quartiles are those which is dividing a set of observations into 4 equal parts. അത് വാല്യൂസ് ആണ്. ക്വാർട്ടൈൽസിന് വാല്യൂ ആണ് വരിക. അപ്പോൾ ഒരു വാല്യൂ നമ്മൾ ഇതിൻ്റെ മിഡിൽ എടുത്ത് കഴിഞ്ഞാൽ, ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 എണ്ണമാക്കി മാറി, 2 ഈക്വൽ ഹാഫ് ആവും. വീണ്ടും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പീസ് കിട്ടി? 1 2 3 4 ഈക്വൽ പീസ് കിട്ടും. ഇങ്ങനെ ഒരു ഡാറ്റനെ 4 പീസാക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ക്വാർട്ടൈൽ. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റനെ 4 പീസാക്കണമെങ്കിൽ എത്ര കട്ട് ചെയ്യണം? ഒരു ഡാറ്റനെ 4 പീസാക്കണം, എത്ര കട്ട് ചെയ്യണം? 3 കട്ട് കൊടുത്താൽ പോരെ.
ഒരു സെൻറ്ററിലൊരു കട്ട്, 2 ഹാഫ്. ആ ഓരോ ഹാഫിനെയും വീണ്ടും കട്ട്. അപ്പോൾ 3 കട്ട് കൊടുത്താൽ നമുക്ക് 4 ഈക്വൽ പീസായിട്ട് കിട്ടും. ഓക്കെ, സോ ഹൗ മെനി ക്വാർട്ടൈൽസ് ആർ ദർ? 3 ക്വാർട്ടൈൽസ്. എത്ര പോർഷൻ, അത് ഓരോ ക്വാർട്ടൈൽ എത്ര ഡിവൈഡ് ചെയ്യും? 25%ലേക്ക് നമുക്ക് തന്നിരിക്കുന്നതിന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ, നമ്മളിത് മീഡിയൻ എന്നാണ് തുടങ്ങുന്നത്. മീഡിയനിൽ അതേ പാറ്റേണിലാണ് മുന്നോട്ട് പോകാം. മീഡിയനിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ മീഡിയൻ്റെ റാങ്ക് നമ്മൾ പറഞ്ഞത്, മീഡിയൻ്റെ കേസിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റൻ്റെ റാങ്ക് നമ്മൾ പറഞ്ഞത് n+1/2 എന്നാണ് പറഞ്ഞത്. വേർ ബിക്കോസ് മീഡിയൻ ഇസ് ഡിവൈഡിങ് ഡാറ്റ ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. അപ്പോൾ ക്വാർട്ടൈലിൻ്റെ സമയത്ത് ക്വാർട്ടൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ റാങ്ക് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. യു ആർ ഫൈൻഡിങ് റാങ്ക് ഓഫ് ദ ക്വാർട്ടൈൽ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ ആ റാങ്ക് എന്താ വരിക? ക്വാർട്ടൈലിൻ്റെ റാങ്ക് വരിക, ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെ Q1ൻ്റെ റാങ്ക് വരുന്നത് n+1/4 ആണ് വരിക. മീഡിയൻ 2 പീസാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ by2 ആണ് എടുക്കുന്നത്. ക്വാർട്ടൈൽ 4 പീസാക്കി ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റാങ്ക് വരുന്നത് n+1/4 ആണ് വരിക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഇപ്പോൾ റാങ്ക് ഓഫ് Q1. അപ്പോൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരെണ്ണം നമ്മൾ മീഡിയം നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്ത് പോകാം. മീഡിയൻ്റെ റാങ്ക് n+1/2 ആണെങ്കിൽ ക്വാർട്ടൈലിൻ്റെ റാങ്ക് എന്താവും? n+1/4. റാങ്ക് ഓഫ് ക്വാർട്ടൈൽ 1 ആണ് Q1. ഇപ്പോൾ Q2 Q3 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിലോ, റാങ്ക് ഓഫ് Q2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ 2 ഇൻറ്റു റാങ്ക് ഓഫ് Q1. ഇത് ഇക്വേഷൻ ആയിട്ടൊന്ന് പഠിക്കും, ജസ്റ്റ് ഓർത്താൽ മതി. റാങ്ക് ഓഫ് Q2 ആണെങ്കിൽ 2 ഇൻറ്റു റാങ്ക് ഓഫ് Q1. റാങ്ക് ഓഫ് Q3 ആണെങ്കിലോ 3 ഇൻറ്റു റാങ്ക് ഓഫ് Q1 ആൻഡ് സോ ഓൺ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരെണ്ണം മാത്രം നമ്മൾ ആ മീഡിയം അങ്ങോട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. റാങ്ക് ഓഫ് മീഡിയൻ n+1/2, റാങ്ക് ഓഫ് ഫസ്റ്റ് ക്വാർട്ടൈൽ n+1/4. ഇപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മൾ പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണ്. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഇതൊക്കെ സ്മോൾ n ആണ്. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ എഡിഷനിലേക്ക്. ഞാൻ ഇപ്പോൾ പഴയ എഡിഷൻ വെച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതൊക്കെ സ്മോൾ n ആണ്. സ്മോൾ n. ഓക്കെ, എല്ലാം സ്മോൾ n ആണ്. ക്യാപിറ്റൽ n എന്നാണ് ടോട്ടൽ ഫ്രീക്വൻസി ആയിട്ട് മാറി. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിൽ സ്മോൾ n ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് ഫൈൻഡ് ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് ക്വാർട്ടൈൽ ഓഫ് ഒബ്സർവേഷൻ? എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന ഡാറ്റനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഡാറ്റനെ ആദ്യം അറേഞ്ച് ചെയ്യണം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് ക്വാർട്ടൈൽ? ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? ആദ്യം അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാൻ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? 10, പിന്നെ 12, then you are having 15, 16, 18, 20, 23, 28. ഡാറ്റ അറേഞ്ച് ചെയ്തു. ഇനി അറേഞ്ച് ചെയ്ത ഡാറ്റൻ്റെ നമുക്ക് ക്വാർട്ടൈലിലെ റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്ക് ഓഫ് Q1 ഫസ്റ്റ് ക്വാർട്ടൈലാണ് ചോദിച്ചത്. അപ്പോൾ റാങ്ക് ആദ്യം ഫൈൻഡ് ചെയ്യണം. റാങ്ക് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വാല്യൂ അല്ലേ. റാങ്ക് ഓഫ് Q1 എത്രാമത്തെ ഒബ്സർവേഷൻ ആണ്? n+1/4. എത്ര ഒബ്സർവേഷൻസ് ഉള്ള? 1 2 3 4 5 6 7 8 9. അപ്പോൾ n+1/4 റാങ്ക് കിട്ടുന്ന 2.25. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ക്വാർട്ടൈലിൻ്റെ വാല്യൂ എന്താ വരിക? ക്വാർട്ടൈൽ 2.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടൈൽ ഇസ് 2.25 ഒബ്സർവേഷൻ ആണ് ക്വാർട്ടൈലിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? സെക്കൻഡ് ഒബ്സർവേഷൻ പ്ലസ് 0.25 ഇൻറ്റു തേർഡ് മൈനസ് സെക്കൻഡ്. സെക്കൻഡ് ഒബ്സർവേഷൻ എത്ര? 12 പ്ലസ് തേർഡ് മൈനസ് സെക്കൻഡ് എടുക്കുന്ന സമയത്ത് 15 - 12 3 ഇൻറ്റു 0.25. അപ്പോൾ ആൻസർ എത്ര വരും? 12 പ്ലസ് 0.75. ആൻസർ വരുന്നത് 12.75. വെരി ഗുഡ്. ഖദീജത്തുൽ ബിബിത, ജിൻഷ, അജ്ന ഇവരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്ന് ചെയ്യട്ടെ, എൻ്റെ കൂടെ തന്നെ ചെയ്യും. നിങ്ങൾ വെറുതെ ഇരിക്കരുത് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ വെറുതെ ഇരിക്കരുതെന്നല്ല. ഈ ഒരു സമയം നമ്മൾ എക്സാമിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന സമയം നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമല്ല. വെറുതെ ഇരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എക്സാം കഴിഞ്ഞ ഒരു മാസം നിങ്ങൾക്ക് വെറുതെ ഇരിക്കാം. എക്സാം കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ ഒരു മാസം സമയം എടുക്കും. ആ ഒരു മാസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. എക്സാമിനോട് അടുക്കുന്ന ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ. അവിടെ നമുക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ, അത്യാവശ്യം തന്നെ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ബേസിക് നീഡ്സ്, ബാക്കി സമയം ഫുള്ള് പഠിക്കാം. എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഒരു ഹാഫ് ആൻ അവർ എക്സസൈസിന് കൊടുക്കാം. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം മെഡിറ്റേഷന് കൊടുക്കാം. അതല്ലാതെ നോ ഫോണ്, ഇൻസ്റ്റാഗ്രാം, ഫിലിംസ്, റീൽസ്, ഷോർട്സ്, സീരീസ്, ഇതൊക്കെ എക്സാം കഴിഞ്ഞിട്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഫോളോ ചെയ്യേ വേണ്ട. റീൽസ് ഒന്നും കണ്ടില്ല, ഒന്നും സംഭവിക്കില്ല. ആ സമയം കൊണ്ട് 4 പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ അത് എക്സാമിന് നമുക്ക് നല്ല, ഒന്നെങ്കിൽ എഡ്ജിൽ നിൽക്കുന്നവരാണ് പാസ്സാവും, ഇല്ലെങ്കിൽ ആവറേജിലേക്ക് എത്തും, ഇല്ലെങ്കിൽ നല്ല മാർക്കിലേക്ക് എത്തും.
സമയം 5 മിനിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കളയാൻ സമയമില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഇരിക്കും എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് എൻ്റെ കൂടെ തന്നെ പഠിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കണം. ഇത് കാണുന്ന ആളുകളും യൂട്യൂബ് കാണുന്ന ആളുകളുണ്ടെങ്കിലും റെക്കോർഡിങ്സ് കാണുന്ന ആളുകളാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്നത്. ദിസ് ഇസ് നോട്ട് എൻ ഇൻഫോർടൈൻമെൻറ്റ് അല്ല. ഇൻഫോർടൈൻമെൻറ്റ് തന്നെ എന്താ, വെറുതെ കാണുക. ഈ 5 മിനിറ്റ്സ് ക്രാഫ്റ്റൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് കാണുന്ന ആൾക്കാരെ കാണാനുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ്, എന്താ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചെയ്യാനുള്ള സാധനം. അതിങ്ങനെ കണ്ട് ട്രെയിനിലിരുന്ന്, ദാറ്റ് ഇസ് ഇൻഫോർടൈൻമെൻറ്റ്. അതേപോലെ ആരും എൻ്റെ സെഷൻ കാണരുത്, കാരണം എക്സാമിന് ഇനി ആകെ ഒരാഴ്ച ഉള്ളൂ. അപ്പോൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസൊക്കെ എൻ്റെ കൂടെ തന്നെ ചെയ്യണം. പിന്നെ ചെയ്യാൻ മാറ്റിയേക്കാൻ പറ്റരുത്, എൻ്റെ കൂടെ തന്നെ ചെയ്യണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കാൻ വേണ്ടി സെഷൻ കാണാൻ എൻ്റെ കൂടെ പഠിക്കാം. എല്ലാവരും ചെയ്യണം. ആൻസേഴ്സ് വരുന്ന റെസ്പോൺസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്യണം. യു ഹാവ് ടു ഡു ഇറ്റ്, ചെയ്യണം. അടുത്തത് നമ്മളിപ്പോൾ എടുത്ത ഏതാണ്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വെറുതെ റോ ആയിട്ട് ഡാറ്റ തന്നു, ഗ്രൂപ്പ് ചെയ്യാതെ ജസ്റ്റ് ഡാറ്റ തന്നു. അടുത്തത് സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരേ പ്രൊസീജിയറാണ്. സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡാറ്റനെ അറേഞ്ച് ചെയ്യണം ഇൻ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ്. നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്കിൻ്റെ ഇക്വേഷൻ എന്താ വരിക, സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനിൽ റാങ്കിൻ്റെ ഇക്വേഷൻ എന്താ വരിക, n+1 മീഡിയൻ ആയപ്പോൾ എന്തായിരുന്നു നമ്മൾ എടുത്തത്, n+1/2. അപ്പോൾ കോട്ടയിലാകുമ്പോൾ എന്തെടുക്കണം, /4 എടുക്കണം. ജസ്റ്റ് ആ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പ്രൊസീജിയറിൽ റാങ്ക് മാത്രമേ മാറുന്നുള്ളൂ. അറേഞ്ച് ചെയ്തു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു, റാങ്ക് ഇസ് ടേക്കൺ ആസ് n+1/4. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുന്ന സമയത്ത് യു ഹാവ് ടു ഫൈൻഡ് ദ ഒബ്സർവേഷൻ വിച്ച് ഇസ് ജസ്റ്റ് എബവ് ദിസ്. നമുക്ക് ഈ കിട്ടുന്ന റാങ്കിൻ്റെ തൊട്ട് മുകളിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ളത് എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കുക. അതാണ് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ്. ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് എക്സ്ക്ലൂസീവ് ആക്കണം എന്ന് പറയുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കിയിട്ടാണ് ചെയ്യുക. ടേബിൾ തന്നിരിക്കുന്ന വാല്യൂ നോക്കും, നമ്മൾ ആ ക്ലാസ് ഇൻ്റർവെൽ ഫൈൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളത് എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക. കാരണം എല്ലാത്തിനെയും എക്സ്ക്ലൂസീവിലേക്ക് മാറ്റേണ്ടി വരില്ല. മൊത്തത്തിൽ എക്സ്ക്ലൂസീവ് ആക്കണ്ടല്ലോ, വെറുതെ എല്ലാത്തിനും അവിടെ ഇവിടെയൊക്കെ 0.5 ഇട്ട് കളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ മാത്രം എക്സ്ക്ലൂസീവ് ആക്കണം. എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ കേട്ടോ, അത് അറേഞ്ച് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്ത് റാങ്ക് ഫൈൻഡ് ചെയ്യുന്ന ഇക്വേഷൻ ഗ്രൂപ്പ്ഡ് ആണെങ്കിൽ എന്താവും, ഈ 1 പോവും. അപ്പോൾ എന്താവും, n/4 ആണ് റാങ്ക് വരിക. റാങ്ക് ഓഫ് Q1 ആണ് n/4 വരിക. അപ്പോൾ റാങ്ക് ഓഫ് Q2 ചോദിക്കുകയാണെങ്കിൽ 2 into this, റാങ്ക് ഓഫ് Q3 ആണെങ്കിൽ 3 into this. ഇങ്ങനെ നമ്മൾ Q1, Q2, Q3 ഏതാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എന്താണ്, റാങ്കാണ് ഫൈൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ സെയിം ആണ്. L+R - C/F into I. സെയിം ഇക്വേഷൻ, L+R - C/F into I. ലോവർ ക്ലാസ് ബൗണ്ടറി പ്ലസ് റാങ്ക് മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ക്ലാസ് ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസ് ലെങ്ത് എടുക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറിയാണ് ക്ലാസ് ലെങ്ത് കേട്ടോ. അപ്പർ ക്ലാസ് ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് എടുക്കരുത്. അവിടെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് ക്ലാസ് ബൗണ്ടറി എടുത്തിട്ട് അതിൻ്റെ ശേഷമാണ് ക്ലാസ് ലെങ്ത് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, അതൊന്ന് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻ മൊത്തം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ചെയ്യണം. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ തേർഡ് ക്വാർട്ടൈൽ. പ്രൊസീജിയർ ഒന്ന് മനസ്സിലൂടെ ഓടിക്കാം. പ്രൊസീജിയറിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിച്ചിട്ട് പോവാം. പ്രൊസീജിയർ എന്താണ്, അറേഞ്ച്ഡ് ആയിരിക്കണം, എക്സ്ക്ലൂസീവ് ആയിരിക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യണം, റാങ്ക് ഫൈൻഡ് ചെയ്യണം. Q1 റാങ്ക് n/4, Q3 റാങ്ക് 3 into n/4. റാങ്ക് ഫൈൻഡ് ചെയ്തതിൻ്റെ ശേഷം ആ ക്ലാസ് ക്വാർട്ടൈൽ ക്ലാസ്സിനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. ആൻഡ് അപ്ലൈ ദി ഇക്വേഷൻ. ദി ഇക്വേഷൻ ഇസ് L+R - C/F into I. L എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ബൗണ്ടറി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്, R എന്ന് പറയുന്നത് റാങ്ക്, മൈനസ് C ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ദ പ്രിസീഡിങ് ക്ലാസ്, F കറസ്പോണ്ടിങ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, I ക്ലാസ് ലെങ്ത്. ഇത് ആ വാല്യൂ റൗണ്ട് ചെയ്തിട്ട് വാല്യൂസ് ഒന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാം നിങ്ങൾ. ഇതൊക്കെ വരുന്നതാണ്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഓൾ ദിസ്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. തേർഡ് ക്വാർട്ടൈൽ, ഫസ്റ്റ് ക്വാർട്ടൈലൊക്കെ ചോദിക്കാറുണ്ട്, ഗ്രൂപ്പ് ചോദിക്കാറുണ്ട്. ചില ക്ലാസ്സിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ചില സ്റ്റുഡൻസ് വന്ന് പറയാറുണ്ട്, സാർ ഇതൊന്നും ഇത് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ പറഞ്ഞു വരില്ല എന്ന്? ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പ്രീവിയസ് ഇയറിൽ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ പറയില്ല, ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിയിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് അങ്ങനെ പ്രഡിക്ഷൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റാറ്റിയിൽ എല്ലാ പോയിന്റ്സൊന്നും അവിടുന്ന് ഇവിടുന്ന് മാറി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല.
കിട്ടുന്നുണ്ടോ? ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കണേ. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആൻസർ ഇടണം. ഇവിടെ ഓൺലൈനിലൂടെ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് നടക്കണം, അതിനിടയിൽ കൂടെ വാട്സപ്പിലൂടെ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അത് ആരായാലും എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ഓൺലൈൻ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണെന്ന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വന്നിരിക്കുന്നതിൽ ആരെങ്കിലും ആവാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെവിടെ എത്തിയിട്ടുണ്ട്? ആൾക്കാർ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, വിൽ മൂവ് ഓൺ. നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം തന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്ത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു? വി ഹാവ് ഡൺ. എന്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞത്? മീഡിയനും കഴിഞ്ഞു, കോട്ടയിലും കഴിഞ്ഞു. നമുക്ക് അടുത്ത ഏതാ? ഡിസൈൽ എന്താ ചെയ്യുന്നത്? കോട്ടയിൽ ഒരു സാധനത്തിന് 2 പീസാക്കി, മീഡിയൻ ഒരു സാധനത്തിന് 2 പീസാക്കി, കോട്ടയിൽ ഒരു സാധനത്തിന് 4 പീസാക്കി, ഡിസൈൽ ഒരു സാധനത്തിന് എത്ര പീസാക്കും? 10 പീസാക്കും. അപ്പോൾ ഡിസൈൽ ഡിവൈഡ്സ് ദ ഡാറ്റ ഇൻറ്റു 10 ഈക്വൽ ഹാഫ്സ്. അപ്പോൾ അങ്ങനെ 10 പീസാക്കണമെങ്കിൽ എത്ര കട്ട്സ് കൊടുക്കണം? 9 കട്ട്സ് കൊടുക്കണം. 9 കട്ട് ചെയ്താൽ 10 പീസ് കിട്ടും. ഇത് ഇന്നിപ്പോൾ ഇരുന്ന് വരച്ച് നോക്കണ്ട, പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോ. ഒരു ഡാറ്റനെ 10 പീസാക്കണമെങ്കിൽ 9 വരെ വരച്ചാൽ നമുക്ക് 10 പീസ് കിട്ടും. ഓക്കെ, 10 പീസ് കിട്ടും. സോ D1 താഴെ എത്ര ശതമാനം ഒബ്സർവേഷൻ ഉണ്ടാവും? 10% ഒബ്സർവേഷൻ ഉണ്ടാവും. ഓരോന്നിൻ്റെ ഇടയിൽ എത്ര ശതമാനം ഒബ്സർവേഷൻ ഉണ്ടാവും? 10% ഒബ്സർവേഷൻ ഉണ്ടാവും. D9 മുകളിൽ 10% ഒബ്സർവേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി പ്രൊസീജിയർ. അൺഗ്രൂപ്ഡ് ഡാറ്റൻ്റെ റാങ്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? അൺഗ്രൂപ്ഡ് ഡാറ്റൻ്റെ കേസിൽ സ്മോൾ n +1 ഡിവൈഡഡ് ബൈ ഡിസൈൽ ആകുമ്പോൾ 10, കോട്ടയിലാകുമ്പോൾ 4, മീഡിയൻ ആകുമ്പോൾ 2. ഒരേ രീതി. ഓക്കെ, ഇനി അത് D1-ൻ്റെതാണേ പറയുന്നത്. അപ്പോൾ D7 D5 D9 എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. റാങ്ക് ഓഫ് D7 ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? n+1/10. n+1/10 ആണ് റാങ്ക് ഓഫ് D1. n+1/10. ഇപ്പോൾ തേർഡിനാണ് ചോദിച്ചെങ്കിൽ × 3, 7ാണ് ചോദിച്ചെങ്കിൽ 7 × 3. അതിന് എല്ലാത്തിനും ഇക്വേഷൻ ഓർക്കാനല്ല, നിങ്ങൾ ആകെ ആ തുടക്കം മുതൽ ഒറ്റ സാധനമുള്ളൂ, മീഡിയൻ്റെ ജസ്റ്റ് ഓർക്കുക. n+1/2 അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അതിന് കണക്ട് ചെയ്ത് എടുത്താൽ മതി. ഡിസൈൽ ആണെങ്കിൽ n+1/10. ഇപ്പോൾ കറസ്പോണ്ടിങ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. D7 ചോദിച്ചാൽ 7 × n+1/10. ഓക്കെ, അതിന് പ്രത്യേക ഇക്വേഷൻ പഠിക്കണ്ട. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേ? യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ തേർഡ് ഡിസൈൽ. സൊല്യൂഷൻ അവിടെ നോക്കി എഴുതണ്ട, സ്വന്തം ചെയ്യുക. You are asked to find the third decile. Question കാണാം. തേർഡ് ഡിസൈൽ ഫൈൻഡ് ചെയ്യാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് ഞാൻ സ്റ്റാർട്ടിൽ നിന്നും കൂടുതൽ വരുന്നു പറയുന്നുള്ളൂ. വലിയ ക്വസ്റ്റ്യൻസ് അല്ല, ഇത്തരം ചെറിയ ക്വസ്റ്റ്യൻസ്. തേർഡ് ഡിസൈൽ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ തന്നെ കോൺസെപ്റ്റ് ചെക്കിങ്ങും ആയല്ലോ. നിങ്ങൾക്കത് അറിയാമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഡിസൈൽ എന്ന് അറിയണം, അതിൻ്റെ ഇക്വേഷൻ അറിയണം, ചെയ്യാൻ അറിയണം. അപ്പോൾ അറിയുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിൽ നിന്ന് വരുന്നു, അങ്ങനെ ഒരുപാട് വലിയ പ്രോബ്ലംസ് അല്ല. ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കുറേ വരും. അത് ഡിപ്പെൻസ് ഓൺ, ലൈക്ക് ചില പേപ്പറിൽ ചില അറ്റംപ്റ്റിൽ തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ. ചില അറ്റംപ്റ്റിൽ ന്യൂമറിക്കൽ മാത്രം. ചില അറ്റംപ്റ്റിൽ ചില ചാപ്റ്റേഴ്സിനും ഫുള്ള് തിയറി, ചില ചാപ്റ്റേഴ്സിനും ഫുള്ള് പ്രോബ്ലം. അത് ചിലപ്പോൾ ഫുള്ള് മറിഞ്ഞിങ്ങനെ ഇരിക്കും. മാത്സിന് പിന്നെ പ്രത്യേകിച്ച് തിയറി ഒന്നും ചോദിക്കാനില്ല. സ്റ്റാർട്ടിൽ നിന്ന് രണ്ടും വരാം, തിയറിയും വരാം, പ്രോബ്ലം വരാം. രണ്ടും ഒരേപോലെ പഠിച്ചിട്ട് പോവാം. പ്രോബ്ലം മാത്രമല്ല, നമ്മളെല്ലാ പോയിന്റ്സ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഉള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത് മാത്രം. തിയററ്റിക്കൽ പോയിന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ പോകുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്തും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് റാങ്ക് എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? n+1/10. റാങ്ക് ഓഫ് D1 ആണ് n+1/10. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് തേർഡ് ഡിസൈൽ ആകുമ്പോൾ 3 × ചെയ്യാം. അപ്പോൾ അത് മൾട്ടിപ്പിൾ ഇക്വേഷൻ ഒന്നും കൊടുക്കാനല്ല, നിങ്ങൾ ആദ്യം റാങ്ക് ഓഫ് D1 ഫൈൻഡ് ചെയ്യാം. n+1/10 എത്ര വരുന്നത്? 0.9 × 3 ചെയ്താൽ റാങ്ക് ഓഫ് D3 കിട്ടി. ദാറ്റ് ഇസ് 2.7. 2.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഒബ്സർവേഷൻ പ്ലസ്
ഇത് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ, കാരണം നമ്മൾ ക്ലാസ് ഒരുപാട് പേര് റെക്കോർഡിങ്സ് കാണുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് സെക്കൻഡ് ഒബ്സർവേഷൻ, ഇവിടെ 2.7th ഒബ്സർവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2.7th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഒബ്സർവേഷൻ ദാറ്റ് ഇസ് 10. ഇപ്പോൾ സെക്കൻഡ് ഒബ്സർവേഷൻ പ്ലസ് 0.7 ഇൻറ്റു തേർഡ് മൈനസ് സെക്കൻഡ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെക്കൻഡ് ഒബ്സർവേഷൻ 10 പ്ലസ് 0.7 ഇൻറ്റു 11 മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടി. ഇത് ഏതുണ്ടായിരുന്നു? ദിസ് വാസ് ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ. ഇപ്പോൾ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം വരും? സിമ്പിൾ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് എന്താ മാറ്റം വരിക? റാങ്ക് എന്തായിട്ട് മാറും? ഒന്ന് അറേഞ്ച് ചെയ്യണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റാങ്കിൻ്റെ ഇക്വേഷൻ എന്നാണ് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ റാങ്കിൻ്റെ ഇക്വേഷൻ എന്നാണ് n+1 ആണ് വരിക. n+1 മീഡിയനിൽ by 2, ക്വാർട്ടൈലിൽ by 4, ഡിസൈലിൽ by 10. അപ്പോൾ n+1/10 എന്നാണ് വരിക. റാങ്ക് ഓഫ് ഡിസൈൽ 1 D1, റാങ്ക് ഓഫ് D1. അപ്പോൾ ഏത് ചോദിച്ചാലും ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ റാങ്ക് ഓഫ് D7 ആണ് ചോദിച്ചതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 7 ഇൻറ്റു റാങ്ക് ഓഫ് D1. അപ്പോൾ D1ൻ്റെ മാത്രമേ നമ്മൾ ന്യൂമറിക്കലി ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. and അതിൻ്റെ കറസ്പോണ്ടിങ് ഒബ്സർവേഷൻ എടുക്കാം. ഗ്രൂപ്പ്ഡിൻ്റെ കേസിൽ സീരീസ് എക്സ്ക്ലൂസീവ് ആക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുക, റാങ്ക് ഫൈൻഡ് ചെയ്യുക. റാങ്കിൻ്റെ ഇക്വേഷൻ എന്താണ്? അവിടെ എന്താ മാറ്റം വരിക? n/10 ആണ് വരിക. റാങ്ക് ഓഫ് D1 n/10 +1 പോവും, n/10 റാങ്ക് ഓഫ് D1. അപ്പോൾ അതിൽ മുന്നോട്ടുള്ള ടേംസ് D7 ആണെങ്കിൽ 7 ഇൻറ്റു ദിസ്. ഓക്കെ, അത് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനോ സെയിം ഇക്വേഷനിൽ മാറ്റമില്ല. ഇവിടെ പേര് മാറിപ്പോയതാണ്. ഇവിടെ ഡിസൈലാണ് വരുന്നത്. ഡിസൈലിൻ്റെ കേസിൽ ഡിസൈൽ ഇസ് ഈക്വൽ ടു L + R - C/F ഇൻറ്റു I. സെയിം ഇക്വേഷൻ. മീഡിയൻ, ക്വാർട്ടൈൽ, ഡിസൈൽ. ഇനി ഒരു സാധനം കൂടെ എടുക്കാണ്ട് പെർസെൻറ്റൈൽ മാറൂല, പ്രൊസീജിയർ മാറൂല, ഇക്വേഷൻ മാറൂല. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഫൈൻഡ് ചെയ്യുക. ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മന്ത്ലി വേജസ് ഓഫ് 100 വർക്കേഴ്സ്. ഫൈൻഡ് D7 ചോദിച്ചു. എന്താ ഫൈൻഡ് ചെയ്യേണ്ട പ്രൊസീജിയർ? ഡാറ്റ അറേഞ്ച്ഡ് ആണെന്നുള്ളത് നോക്കണം. ഡാറ്റ അറേഞ്ച്ഡ് ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾക്കത് കാണാമല്ലോ, ക്വസ്റ്റ്യൻ കാണാം. ടേബിൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ എഴുതിയെടുക്കാം. സൊല്യൂഷൻ എഴുതിയെടുക്കരുത്, ടേബിൾ എഴുതിയെടുക്കുക. പെട്ടെന്ന് ചെയ്യാം, 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ടേബിൾ വാല്യൂസ് ഒന്ന് എഴുതിയെടുക്കാം. വാല്യൂസ് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾ അവിടെ എടുക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിട്ട് റാങ്ക് ഫൈൻഡ് ചെയ്യണം. ഡിസൈലാണ്, ഗ്രൂപ്പ്ഡ് ആണെങ്കിൽ റാങ്ക് എടുക്കുന്നത് ക്യാപിറ്റൽ N ആണ് വരിക. അതിൽ ഡിസൈൽ ആണെങ്കിൽ by10 ആണ് റാങ്ക് ഓഫ് D1. ഇവിടെ ചോദിച്ചിട്ടുള്ള D7 ആണ്. അപ്പോൾ 7 ഇൻറ്റു ആ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് റാങ്ക് കിട്ടും. എന്നിട്ട് ഇക്വേഷൻ, അപ്പോൾ ആ കറസ്പോണ്ടിങ് റാങ്ക് കിട്ടിയതിൻ്റെ ശേഷം ചെയ്യേണ്ട എന്താണ്? ലുക്ക് ഫോർ ദ ക്ലാസ് ഇൻ്റർവൽ വിച്ച് ഇസ് ഹാവിങ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് സ്ലൈറ്റ്ലി അബവ് ദ റാങ്ക്. ജസ്റ്റ് അബവ് ദ റാങ്ക് ഉള്ള ക്ലാസ് ഇൻ്റർവെൽ നോക്കുക, അതിനെ ബബിൾ ചെയ്യാം. ഈ ബബിൾ ചെയ്തതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. L + R - C/F ഇൻറ്റു I. സെയിം ഇക്വേഷൻ. ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, എല്ലാം ചെയ്യാം. ഒറ്റ പ്രൊസീജിയർ പഠിച്ചാൽ മതി, എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പ്രൊസീജിയർ ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. ലോവർ ക്ലാസ് ബൗണ്ടറി ഇത് എന്താണ്? ഡാറ്റ നോക്കുന്നു, 899 900 ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അവർ തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കും. ആ സ്ഥലം, 1 സെൻറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പോൾ അത് 899.5 ഇപ്പുറത്ത് 1099.5 എന്ന് വരും. ആ വാല്യൂ ഞാൻ എഴുതാം. 899.5 ഇവിടെ 1099.5 എന്ന് വരും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L + R - C/F ഇൻറ്റു I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. ഒരു ക്വസ്റ്റ്യനെ ഞാൻ പറയുന്നുള്ളൂ, ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകാം. ഓരോന്നിലും നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എടുക്കുന്ന സമയത്ത് വീണ്ടും ഇത് ചെയ്യൂല. കാരണം അവിടെ ഇതേ സാധനം തന്നെയാണ് വീണ്ടും വരുന്നത്, പക്ഷേ അവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ. ഒരു തവണയെങ്കിലും നമ്മളിത് വർക്കൗട്ട് ചെയ്യണം. പ്രത്യേകിച്ച് പല ആളുകളും പല രീതിയിലും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവും. പല രീതിയിലും ബുക്കിൽ തന്നെ പല രീതിയിലൊക്കെയാണ് ഉള്ളത്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പല ഫാക്കൽറ്റീസും പല സ്റ്റൈലിൽ എടുക്കാറുണ്ട്. ബട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് ഇതാണ്. ഒറ്റ പ്രൊസീജിയർ, ഒരു ഇക്വേഷൻ, എല്ലാത്തിലും സ്യൂട്ടബിൾ. എനിക്ക് തോന്നുന്നു അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹിലാൽ, അജ്ന ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെയ്തെടുക്കണം, പ്ലീസ് ഡു ഇറ്റ്. ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുക, ഒറ്റ പ്രോബ്ലം നിങ്ങൾ ചെയ്യാം. ഓരോ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻസർ വേറെ ആൻസർ വന്നിട്ടുണ്ടല്ലോ. അല്ല, അത് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാന്ന് തോന്നുന്നുണ്ട്. അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.
അതെന്തോ ഡിലീറ്റഡ് എന്നല്ല, വേറെന്തോ ആണല്ലോ ഇത് കാണിക്കുന്നത്. മെസ്സേജ് റിട്രാക്റ്റഡ് എന്നിട്ടാണ് കാണിക്കുന്നത്. ടൈപ്പ് ചെയ്ത് തെറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ പേഴ്സൻറ്റൈൽ എത്തി. പേഴ്സൻറ്റൈൽ എന്താ പേഴ്സൻറ്റൈൽ? മീഡിയൻ 2, ക്വാർട്ടൈൽ 4, ഡിസൈൽ 10, പേഴ്സൻറ്റൈൽ 100. പേഴ്സൻറ്റൈൽ ഡിവൈഡ്സ് ഡാറ്റ ഇൻറ്റു 100 പാർട്സ്. അപ്പോൾ എത്ര പേഴ്സൻറ്റൈൽസ് ഉണ്ടാവും? എത്ര പേഴ്സൻറ്റൈൽസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ 99 കട്ട്സ് കൊടുത്താൽ നമുക്ക് 100 പീസ് കിട്ടും. ഓക്കെ, കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വലിയ കേക്കൊക്കെ വാങ്ങി ഇങ്ങനെ കട്ട് ചെയ്യുക. 99 എണ്ണം കട്ട് ചെയ്താൽ 100 പീസാവും. ഓക്കെ, 100 പീസാക്കാം. ഇനി അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനിൽ പ്രൊസീജിയറിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. പ്രൊസീജിയർ എന്താണ്? അറേഞ്ച് ഇൻ ഓർഡർ, റാങ്ക് ഫൈൻഡ് ചെയ്യുക. റാങ്ക് അൺഗ്രൂപ്പ്ഡ് ഡാറ്റൻ്റെ കേസിൽ സ്മോൾ എൻ വെറുതെ n ഇസ് എ നമ്പർ ഓഫ് ഒബ്സർവേഷൻ +1/100. അതിൻ്റെ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുന്നത് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് P56 ആണ് ചോദിക്കുന്നതെങ്കിൽ 56 ഇൻറ്റു ദിസ് ചെയ്താൽ മതി. n+1/100 ഫൈൻഡ് ചെയ്യുക, ഇൻറ്റു 56 ചെയ്യുമ്പോൾ റാങ്ക് കിട്ടും. ആ റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ്റെ വാല്യൂ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് എടുക്കാം. സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താ? അറേഞ്ച് ദം ഇൻ ഓർഡർ. അതിൻ്റെ കൂടെ എന്ത് ഫൈൻഡ് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യണം. കാരണം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്തിട്ട് റാങ്കിൻ്റെ ഇക്വേഷൻ എന്താ വരിക? n+1/100 ആണ്. ക്യാപിറ്റൽ n+1/100. എന്തിൻ്റെ റാങ്ക്? P1ൻ്റെ റാങ്ക്. സോ ഏത് ടേം ചോദിച്ചാലും P47 ചോദിച്ചാൽ 47 ഇൻറ്റു ദിസ് വിൽ ഗിവ് യു ദ കറസ്പോണ്ടിങ് റാങ്ക്. അത് ചെയ്തതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വിച്ച് ഇസ് സ്ലൈറ്റ്ലി അബോവ് ദ റാങ്ക് ഫൈൻഡ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എടുക്കാം. ഇതൊന്ന് ചെയ്തേ. P82 ഫൈൻ P82 ഫൈൻഡ് ചെയ്യാം. P82 ഒന്ന് ഫൈൻഡ് ചെയ്താൽ P82 ഇവിടെ തന്നിരിക്കുന്നത് അറേഞ്ച്ഡ് ആണോ ഇവിടെ? അറേഞ്ച്ഡ് അല്ല, ഞാനതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന അറേഞ്ച്ഡ് ആണ്, അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഡാറ്റ ആദ്യം എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ n+1 % ആണെങ്കിൽ 100 എടുത്തു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് P1 ആണ് കിട്ടുക. ഇപ്പോൾ P82ൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യണം. റാങ്ക് ഓഫ് P82 കിട്ടണം. എന്ത് ചെയ്യണം? 82 ഇൻറ്റു ദിസ്. ഈ വാല്യൂ എത്ര എന്നുള്ളത് ഞാൻ ആദ്യം നോക്കാം. എത്ര ഒബ്സർവേഷൻ ഉണ്ട് ഇവിടെ? ഫോളോയിങ് ആർ ദ വേജസ് ഓഫ് ലേബറേഴ്സ് എന്നുള്ള പറഞ്ഞിട്ടോ നമ്പർ വന്നിട്ടില്ല. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അത് 11/100 എന്നുള്ളതാണ് റാങ്ക് ഓഫ് P1. അതിൻ്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 82 ചെയ്താൽ നമുക്കതിൻ്റെ 9.02 എന്നാണ് വരുന്നത്. 9.02. ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ എത്രാമത്തെ ഒബ്സർവേഷൻ എടുക്കണം? 1 2 3 4 5 6 7 8 9. ഇപ്പോൾ 9.02 ആണ് റാങ്ക് വന്നത്. റാങ്ക് ഇസ് ഈക്വൽ ടു 9.02 ഇൻറ്റു 11/100 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റാങ്ക് 9.02. അപ്പോൾ 9.02 ഒബ്സർവേഷനാണ് നമ്മളെ വാല്യൂ. അപ്പോൾ അതെന്താ എടുക്കേണ്ടത്? 9th ഒബ്സർവേഷൻ പ്ലസ് 0.02 ഇൻറ്റു അപ്പുറത്ത് നിന്ന് മൈനസ് ഇപ്പുറത്ത്. അപ്പുറത്ത് ഏതാണ്? അതിൻ്റെ അപ്പുറത്ത് 10th മൈനസ് 9th. ഇതാണ് ഇക്വേഷൻ, ഇതാണ് റിലേഷൻ. ഇപ്പോൾ 9th ഒബ്സർവേഷൻ 120 പ്ലസ് 0.02 ഇൻറ്റു 130 മൈനസ് 120. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ എത്തും. കിട്ടിയിട്ടുണ്ട്. പല ആളുകളും ആൻസർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആൻസർ ഇസ് 120.2. ഇത് തന്നെയല്ലേ വരുന്നത്? 120.2. ഞാൻ നിങ്ങൾ പറഞ്ഞ ആൻസർ നേരെ എഴുതിയതാണ്. 120.2. So this is how you find percentile for ungrouped distribution. ഇനി ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താ മാറ്റം വരിക? അതെന്തായിരിക്കണം? ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് ദ സീരീസ് ഹാസ് ടു ബി എക്സ്ക്ലൂസീവ് ആക്കണം. സോ ടേബിൾ വരുന്ന സമയത്ത് അവിടെ ആ സാധനം അതിൻ്റെ ക്ലാസ് ബൗണ്ടറി അത് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓവർലാപ്പിംഗ് ആക്കണം.
അപ്പോൾ ഓവർലാപ്പിംഗ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട, ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ആക്കണം. അതിന് ക്ലാസ് ബൗണ്ടറി ഇല്ലാത്ത കേസ് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഇനി അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുന്നു, റാങ്ക് ഫൈൻഡ് ചെയ്യുന്നു. റാങ്കിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? n/100. റാങ്ക് ഓഫ് P1 is n/100. ഇപ്പോൾ P82 ആണ് ചോദിക്കുന്നതെങ്കിൽ 82 ഇൻറ്റു n/100 എടുത്താൽ കറസ്പോണ്ടിങ് റാങ്ക് കിട്ടും. റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലുക്ക് ഫോർ cumulative frequency നോക്കിയിട്ടുണ്ട്, റാങ്ക് ഫൈൻഡ് ചെയ്തു. യു ഹാവ് ടു ലുക്ക് ഫോർ ദ cumulative frequency which is just above the rank. You have to look for the cumulative frequency which is just above the rank എന്നിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. L+R-C/F/Y. സെയിം രീതി, സെയിം ഇക്വേഷൻസ്. ഓൾറെഡി നിങ്ങളിതിൽ 3-4 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ടേബിൾ ഇവിടെ കാണാം, ഒരെണ്ണം ഇവിടെ ടേബിൾ കാണാം. പക്ഷേ ഞാനിത് ചെയ്യാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം ചെയ്ത് നിങ്ങൾക്ക് ശീലമായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ചെയ്തു, ഇതേ രീതിയിൽ എന്തൊക്കെ ഫൈൻഡ് ചെയ്തു? മീഡിയൻ, കോട്ടൈൽ, ഡിസൈൽ 3 ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഇപ്പോൾ ഒരു അൺഗ്രൂപ്പ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് 2ലും ഇതന്നെയാണ് പ്രൊസീജിയർ. അപ്പോൾ ഒരു മെത്തേഡ്, ഒരു പ്രൊസീജിയർ, ഒരു ഇക്വേഷൻ, ഇതിലേത് വന്നാലും ചെയ്യാം. ഓക്കെ, ഇത് ചോദിക്കുന്നതാണ്. ഇതിലേതാ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. ഇനി ആ സംഭവം ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു സമ്മറി, ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. മീഡിയൻ ഒരൊറ്റ എണ്ണം മര്യാദയ്ക്ക് മനസ്സിലാക്കിയെടുത്താൽ മതി. മീഡിയനിൽ 2 കട്ട് ചെയ്തു, മീഡിയൻ 1 കട്ട് ചെയ്ത് 2 പീസാക്കി. സിമ്പിൾ നോക്കാം. അതിൻ്റെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റൻ്റെ റാങ്ക് n+1/2. റാങ്ക് ഫോർ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ n+1/2. റാങ്ക് ഫോർ ഗ്രൂപ്പ്ഡ് n/2. ബാക്കിയെല്ലാം അതിന് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരെണ്ണം മനസ്സിലാക്കുക, ബാക്കിയൊക്കെ കണക്ട് ചെയ്ത് എഴുതാം. കോട്ടയിലാണെങ്കിൽ n/4. ഓക്കെ, എല്ലാം by4. ഡിസൈലാണെങ്കിൽ by10. പെർസെൻറ്റേജ് ആണ് by100. ഒരൊറ്റ സാധനം പരീക്ഷയ്ക്ക് പഠിക്കുക, ബാക്കി എല്ലാവരും നടക്കാം. സിമ്പിൾ അല്ലേ? ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിൽ ശരിക്കും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററിൻ്റെ പകുതി ഭാഗമായി. നമ്മളിനി മോഡും കൂടെ അല്ല ഇതിൽ പറയാനുള്ളൂ അല്ലേ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മാത്തമാറ്റിക്കൽ ആവറേജസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ തിയറി നമ്മളെടുത്തു, അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു. സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള പൊസിഷണൽ ആവറേജസിൻ്റെ തിയറി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ നോക്കി, പ്രൊസീജിയർ നോക്കി, അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. ഇനി എന്ത് എടുക്കാണ്ട്? മോഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാറ്റിൽ വന്നിരിക്കുന്ന ഡൗട്ട് നോക്കാം. ആ ഡൗട്ട് ഇതാണ്: ഒജീവ്സിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒജീവ്സിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്നുകൂടെ റിമൈൻഡ് ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ടല്ലോ. അടുത്ത സെക്ഷൻ വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൽ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം, നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് റെസ്പോൺസ് കൊടുക്കാനുണ്ടെങ്കിൽ ചാറ്റിൽ റെസ്പോൺസ് കൊടുക്കാം. യു കൻ സീ ദ മെസ്സേജ്, അത് നിങ്ങൾക്ക് റെസ്പോൺസ് കൊടുക്കാം. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുന്ന സമയത്ത് പറയാം. ഓക്കെ, ഇവിടെ ഇതിലെ ലാസ്റ്റ് സെക്ഷൻ, ഈ ചാപ്റ്ററിന് 2 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ മോഡ്. എന്താണ് മോഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോഡിൻ്റെ ഡെഫിനിഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഒരുപാട് പറയണ്ടാവും. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. എന്താണ് മോഡ്? വാട്ട് ഇസ് മോഡ്? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി മോസ്റ്റ് കോമൺ വാല്യൂ. അത് ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇതൊക്കെ. ആപ്ലിക്കേഷൻസ് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ മോഡ് നല്ല ക്വസ്റ്റ്യൻ. ഷോപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. നിങ്ങളൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ഏതാണ്? ഏത് പാരാമീറ്ററാണ് ഉപയോഗിക്കുക? നിങ്ങൾ ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ കൂടുതൽ ചിലവാകുന്ന സാധനമല്ല കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ടത് അല്ലേ? അതെന്താ? മോഡ്. ഷോപ്പിൽ ചെരുപ്പിൻ്റെ സൈസ് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ചെരുപ്പിൻ്റെ സൈസ്, മോഡ്. ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ജീൻസിൻ്റെ സൈസ്, മോഡ്. ഇത് ആപ്ലിക്കേഷൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പേപ്പറിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നേരത്തെ ബസ് സ്റ്റോപ്പിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ മോഡിൻ്റെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ഇൻഡെപ്തിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. എക്സ്ട്രീം വാല്യൂസ് കാരണം എഫക്റ്റ് ചെയ്യുന്നത്
ഇതിൽ ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്, ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. മോഡ്, മീഡിയൻ, മീൻ, പിന്നെ ഏതാണുള്ളത്? ഈ മൂന്നെണ്ണത്തിൽ നിന്ന് പറയാം. ചോദ്യതാണ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിൽ കാരണം ഏറ്റവും ലീസ്റ്റ് എഫക്റ്റ് ചെയ്യുന്ന സാധനം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. വിച്ച് ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ഏതാ? നിങ്ങൾ പറയും, ഇത് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഇതിൽ കുറഞ്ഞ ആളുകളാണ് ഇത്തവണ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർ, സെൽഫ് സ്റ്റഡി നടത്താൻ പോകുന്നവർ. മെജോറിറ്റി ആളുകൾ പഠിച്ച ആളുകളാണ്. വിച്ച് ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. മോഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആൻസർ മോഡെന്ന് പറയണ്ട. ഭയങ്കര ബുദ്ധിയാണല്ലോ നിങ്ങൾക്ക്. മോഡിനെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് വന്ന് ചോദ്യം ആയതുകൊണ്ട് വേഗം മോഡെന്ന് ആൻസർ പറയുന്നുണ്ട്. ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻസർ വരുന്നത് മീഡിയൻ ആണ്. മീഡിയൻ ആണ് ആൻസർ. എക്സ്ട്രീം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രീം വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡാറ്റയിൽ ഹയ്യസ്റ്റ് വാല്യൂസ് ഇല്ലേ, ഏറ്റവും വലിയ വാല്യൂസും ഏറ്റവും ചെറിയ വാല്യൂസും, ഏറ്റവും വലിയ വാല്യൂസും ഏറ്റവും ചെറിയ വാല്യൂസും. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂസ് ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഷോപ്പിൻ്റെ സെയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ആ ഷോപ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട് ഷോപ്പിൽ. ഈ ടേബിൾ എല്ലാം കൂടെ പൊക്കാൻ കാണില്ല. ആ ഷോപ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ ഒരു ഐറ്റം സെയിലിൽ വെച്ചു, ഓൺ സെയിൽ ഒരു 100 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് സെയിലിൽ വെച്ചു. ബാക്കിയൊക്കെ 100 രൂപയുടെ പ്രൊഡക്ട്സാണ്. ഈ സാധനത്തിന് 10 രൂപ. ഇത് കുറേ എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ സെയിലാവുക ഏതാ? സെയിലാവുക ഈ 10 രൂപക്ക് കൊടുക്കുന്ന സാധനമല്ല എല്ലാവരും എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ അതെന്ത്? സോ മോസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ലീസ്റ്റ് എഫക്റ്റഡ് ഞാൻ ചോദിച്ചത്, മോസ്റ്റ് എഫക്റ്റഡ് അല്ല. ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് നിങ്ങൾക്ക് മോഡ് പറയാൻ പാടില്ല. കാരണം ഈ സാധനം ഏറ്റവും കൂടുതൽ ചിലവാകും, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നു കഴിഞ്ഞാൽ. ഇനി ഒരു സാധനത്തിന് വല്ല വില കൂട്ടി, ബാക്കിയുള്ള 100 രൂപ ഒരു സാധനത്തിന് മാത്രം ഭയങ്കര വില, അത് അവിടെ കിടക്കും. ദാറ്റ് ഈസ് ഓൾസോ. അപ്പോൾ അത് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ആണ്. മോഡ് ഇസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. മനസ്സിലാക്കി എക്സ്ട്രീം വാല്യൂ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു സാധനത്തിന് നമ്മൾ അറേഞ്ച് ചെയ്തു, കുറേ ആൾക്കാർ അറേഞ്ച് ചെയ്തു, അപ്പോൾ അതിൽ നടുവിൽ നിൽക്കുന്ന വാല്യൂ ആണ് മീഡിയൻ. അത് എക്സ്ട്രീം വാല്യൂസ് കൊണ്ട് വലിയ മാറ്റം വരില്ല. അപ്പോൾ അത് വേറൊരു ഉദാഹരണം വെച്ച് പറയാം. കമ്പനീസിലെ എംപ്ലോയീസിൻ്റെ സാലറി നമ്മൾ എടുത്തു. കമ്പനിയിലെ സിഇഒൻ്റെ സാലറി ഞാൻ കൺസിഡർ ചെയ്യുന്നു. 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി, 10 മില്യൺ. നിങ്ങൾ ഇതൊക്കെ വായിക്കാമല്ലോ, എക്കണോമിക് ടൈംസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാം. ഇപ്പോൾ ഈ അടുത്ത് വായിച്ചിരുന്നു, ബാങ്ക് ഓഫ് സെറോദ ട്രേഡിങ്ങിലെ അതിൻ്റെ സിഇഒസിൻ്റെ സാലറി എത്രയാണ്? 10 കോടിയോ 100 കോടിയോ കണ്ടിട്ടാണ് അവർ സാലറി എടുക്കുന്നത്. ആ കമ്പനിയിൽ തന്നെ ഉണ്ടാവും സാധാ വാച്ച്മാൻ മുതൽ അക്കൗണ്ടിങ് സ്റ്റാഫ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ നിൽക്കുന്ന ഒരു സാലറി 20,000 to 30,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 10 കോടിയോ 100 കോടിയോ ശമ്പളം വാങ്ങുന്നതിന് അവിടെ ഉണ്ട്. പക്ഷെ അത് കാരണം എന്ത് എഫക്റ്റ് ചെയ്യില്ല? മീഡിയൻ എഫക്റ്റ് ചെയ്യില്ല. മനസ്സിലാക്കുക, മീഡിയൻ ഇസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. മോഡ് എഫക്റ്റഡ് ആവും, മീൻ എഫക്റ്റഡ് ആവും. കാരണം എന്താ? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ 100 രൂപ അല്ല, 10,000 കുറേ സാലറിയുള്ള ആളുടെ ഇടയിലേക്ക് ഒരു 10 കോടി 100 കോടി സാലറിയിൽ വന്നു കഴിഞ്ഞാൽ മീൻ എഫക്റ്റ് ആവില്ല. അത് മീൻ എഫക്റ്റ് ആവും. മീൻ ഓൾസോ ഗെറ്റ്സ് എഫക്റ്റഡ്. മീഡിയനാണ് കാര്യമായിട്ട് ബാധിക്കാതിരിക്കാം. സംഭവം മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഇത് എക്സ്ട്രീം വാല്യൂസ് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനെ തന്നെ വേറൊരു രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഇത് വരുന്ന സമയത്ത് പറയാം, ക്വാർട്ടൈൽ ഡീവിയേഷൻസ് പറയുന്ന സമയത്ത് പറയാം. ഓക്കെ, ഇതിപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തോ മിയാവെന്നൊക്കെ പറയണ്ടല്ലോ അവിടെ, എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന മോഡ്. ഓക്കെ, ഇനി മോഡിൻ്റെ കേസിൽ 2 പോയിന്റ്സ് കൂടെ മനസ്സിലാക്കി വെക്കാം. മോഡ് എപ്പോഴും ഡിഫൈൻഡ് ആവണം എന്ന് നിർബന്ധമല്ല. മോഡ് ഇസ് നോട്ട് ഓൾവേസ് ഡിഫൈൻഡ്. ഒരു ഡാറ്റ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ, ഇതിലെ മോഡ് എന്താ? 50, 60, 35, 40, 56. ഇതിൽ മോഡുണ്ടോ? ഇല്ല. ഇതിൽ മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ്. ഇതിൽ ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ മോഡില്ല. അപ്പോൾ മോഡ് എപ്പോഴും ഡിഫൈൻഡ് ആവണം എന്നില്ല. മോഡ് ഇസ് നോട്ട് ഓൾവേസ് ഡിഫൈൻഡ്. മോഡ് എപ്പോഴും ഡിഫൈൻഡ് ആവണം എന്നില്ല. പിന്നെ ഒന്ന്,
നിങ്ങൾ സ്റ്റാറ്റിയിൽ ബാക്കി ചാപ്റ്റേഴ്സും അറിയുന്ന ആളുകൾ ഇതിലാണ്, മെജോറിറ്റി ആളുകൾക്ക് അറിയുന്ന ആളുകളാണ്. അവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് തിയറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ബൈ മോഡൽ കേസ് ഉണ്ട്, മോഡിന് 2 വാല്യൂ വരുന്ന കേസ് ഉണ്ട്, മോഡിന് 2 വാല്യൂസ് വരുന്ന കേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, 2 മോഡൽ കേസ് ഉണ്ടാവാം, മോഡ് ഒന്നും അല്ലാത്ത കേസും ഉണ്ടാവാം. അപ്പോൾ മോഡിനാണ് ഈ പറയുന്ന 3 പ്രോപ്പർട്ടീസും വരുന്നത്. ഓക്കെ, ഇനി മോഡ് ഫൈൻഡ് ചെയ്യുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കണ്ണ് തുറന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ വരുന്ന സാധനമാണ് മോഡ്. ഇപ്പോൾ ഇതിൽ മോഡ് ഏതാ? 10 2 വന്നു, അതാണ് മോഡ്. ഇനി സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും മോഡ് എങ്ങനെ എടുത്താൽ മതി? സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? മോഡ് വിൽ ബി ദ ഒബ്സർവേഷൻ വിച്ച് ഇസ് ഹാവിങ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ ആൻസർ എന്താണ് വരും ഇവിടെ? 11. അപ്പം അൺഗ്രൂപ്പ്ഡ് ഡാറ്റ കണ്ണ് തുറന്ന് നോക്കുക, ഏതാ വലുത് കൂടുതൽ പിക്ക് ചെയ്യുന്ന എടുക്കാം. പിന്നെ അത് ഇയാൾ വീണ്ടും വന്നോ? ഇയാൾ വീണ്ടും വന്നല്ലോ. നീ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ഇനി വരലുണ്ടാവില്ലെന്ന്. എന്താണ് പേര് പറഞ്ഞത്? ജോഡി എന്നല്ല പേര് പറഞ്ഞത്. ബ്രദർ ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ, നമ്മൾ കുറേ നേരമല്ല സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രദർ വിഷമത്തിലാണ്, അവൻ്റെ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കണം പ്ലീസ്. സൈലമിലെ ടീച്ചർ മിഥുല എന്നാണ് ബ്രദർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ജോഡിനെ ശരിക്കും നമ്മൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനിടയിൽ പ്രോബ്ലമൊക്കെ ചെയ്ത് ആകെ പുക പോയിരിക്കുന്ന സമയത്താണ് കല്യാണ കാര്യം അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യണം. ആരാണ് നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ, കുറച്ച് ദിവസം ജോഡി നിങ്ങൾ അവർക്ക് കുറച്ച് ദിവസം സമയം കൊടുക്കാം. ഇന്ന് ഡേറ്റ് 24 ഒരു 6 ദിവസം കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് ഒരു ഫ്രീ ആവും. അതിനുശേഷം നിങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന മാഡത്തിനെ കണ്ട് അന്വേഷിച്ചിട്ട് ഇവിടെ കാര്യം ഒന്ന് സംസാരിച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വരാം. ഫൺ ടൈം ഇസ് ഓവർ. ലെറ്റ് us കം ബാക്ക് ടു ദ ഡിസ്കഷൻ. അപ്പോൾ ഇത് മോഡ് എന്തിലേക്ക് മാറ്റി? നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റനെ കുറിച്ച് പറഞ്ഞു, ഫ്രീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മോഡിൻ്റെ കേസിൽ മാത്രം ഇക്വേഷൻ മാറും. മീഡിയൻ, ക്വാർട്ടൈൽ, ഡിസൈൽ, പെർസെൻറ്റൈൽ 4 സാധനമാണ് ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തത്. അതിൽ ഏതൊക്കെ കേസ് ഉണ്ട്? അൺഗ്രൂപ്പ്ഡ്, ഗ്രൂപ്പ്ഡ്, സിമ്പിൾ, അൺഗ്രൂപ്പ്ഡ്, ഗ്രൂപ്പ്ഡ്. അപ്പോൾ 4, 3, 12 സാധനത്തിന് ഒരു ഇക്വേഷനേ ഉള്ളൂ, ഒരു പാറ്റേണേ ഉള്ളൂ, ഒരു പ്രൊസീജിയറേ ഉള്ളൂ. അത് 12 എണ്ണം ഒരൊറ്റ പ്രൊസീജിയർ ചെയ്തു. ഇനി ലാസ്റ്റത്തെ കേസ് മോഡിന് മാത്രം ഇക്വേഷൻ മാറും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യേണ്ട? മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ഫ്രീക്വൻ്റ് ഒക്കറിംഗ് എന്നുള്ള രീതിയിൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള നോക്കിയാൽ മതി. അവിടെ റാങ്ക് ഒന്നും ഫൈൻഡ് ചെയ്യാൻ പോകണ്ട. കാരണം മോഡ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം അസർ ചിരി നിർത്തുന്നിട്ടില്ലല്ലോ. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന സാധനം നോക്കിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ ചെയ്യാം, എന്നിട്ട് അതിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആ ഇക്വേഷൻ ഒന്നും ഇവിടെ ഞാൻ പറയാം. L+ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ മുകളിൽ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ മോഡിൻ്റെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബ്രേക്ക് എടുക്കാം. ഈ ചാപ്റ്റർ കഴിഞ്ഞു, ബാക്കിയൊക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പർട്ടീസും കൂടെ പറയാനുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ഒരു ബ്രേക്കിലേക്ക് പോകാം. ഗ്രൂപ്പിൻ്റെ കേസിൽ ചെയ്യുന്ന രീതി, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോഡൽ പ്രോഫിറ്റ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാക്കണം. ബിലോ 5, ബിലോ 10, ബിലോ 20, ബിലോ 50 എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനാണ്. അതിനെ നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് മാറ്റണം. ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ക്ലാസ് ബൗണ്ടറി എടുക്കണ്ട. ഓക്കെ, വീണ്ടും അവിടെ കൊണ്ടുപോയിട്ട് 9.5 15.5 എഴുതി വെക്കരുത്. ക്ലാസ്സിൽ സ്റ്റുഡൻസ് ചെയ്യാറുണ്ട് ഈ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. അത് ഓൾറെഡി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്ക്ലൂസീവ് ആണ്. കാരണം നമ്മൾ ഈ 0 to 5, 5 to 10, 10 to 15, 15 to 20 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എക്സ്ക്ലൂസീവ് സീരീസ്. എക്സ്ക്ലൂസീവ് ആണ്, അതിന് പിന്നെയും ബൗണ്ടറി ഇട്ട് കളിക്കരുത്. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യണം? ഫ്രീക്വൻസി നമ്മളിതിന് നമ്പർ ഓഫ് ഫോംസ് അവിടെയും തന്നിരിക്കുന്ന താഴെ 10, 25, 45, 55 എന്നുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമുക്ക് വേണ്ടത്. ഫ്രീക്വൻസിയാണ് മോഡ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് വേണ്ട എന്താണ്? ഫ്രീക്വൻസിയാണ് വേണ്ടത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല. പ്രൊസീജിയർ മാറിയത് ശ്രദ്ധിക്കണേ. നമുക്ക് മോഡ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഫ്രീക്വൻസിയാണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ആവശ്യമില്ല. വി ജസ്റ്റ് വാണ്ട് ദ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള സാധനമാണ് നമ്മൾ ബബിൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുക, അതിൽ ഹയസ്റ്റ് ഉള്ളത് ബബിൾ ചെയ്യാം, ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഇതാണ് L+ F1 - F0. F1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ വരുന്ന ഫ്രീക്വൻസിയാണ് F1 ഒന്നാമത്തെ ആൾ. F1 - F0 പുറകിൽ 0, 1, 2 എന്നുള്ള ഓർഡർ വരിക. നമ്പർ സീരീസ് 0, 1, 2 എന്നല്ലേ. അപ്പം നമ്മൾ പറയുന്ന ആൾ, കൺസിഡർ ചെയ്യുന്ന ആളാണ് 1ലുള്ളത്. ഓക്കെ, F1
മൈനസ് F0 പുറകിലുള്ള ആൾ ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. അത് നിങ്ങൾ മൈനസ് F0 മൈനസ് F2 മൈനസ് F2 മൈനസ് F0 ഇത് അങ്ങോട്ട് കൂടെ എഴുതി മാറ്റിയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് എന്തെങ്കിലും ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 ആദ്യം എഴുതണം. 2F1 ആദ്യം എഴുതുക മൈനസ് F0 ആദ്യം എടുക്കണമെങ്കിൽ F0 ആദ്യം എടുക്കാം. കാരണം ഞാൻ മുകളിൽ എടുത്തുകൊണ്ട് അതേ ഓർഡറിൽ ആദ്യം എടുത്തുകൊണ്ട് മാത്രം. മൈനസ് F0 മൈനസ് F2. അതിന് പകരം നിങ്ങൾ 2F1 മൈനസ് F2 മൈനസ് F0 എന്ന് എഴുതിയാലും ഇറ്റ് ഹസ് നോ ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ അത് 2F1 എന്ന് മൈനസ് ചെയ്യണമെന്ന് മാത്രം. ഇൻറ്റു ക്ലാസ് ലെങ്ത്ത്. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2-3 പോയിന്റ്സ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. യെസ് ജിൻഷ 1166.66 ആണ് ആൻസർ വന്നിരിക്കുന്നത്. വെരി ഗുഡ്. അസർ തിരിച്ചാണ്. ജിൻഷ, അജിന. ഇവിടെ സൈലത്തിലൊരു ടീച്ചർ ഈ അടുത്തൊരു ബ്രൈറ്റ് ടു ബി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോ കിട്ടുമൊക്കെ കണ്ടിട്ടുണ്ട്. ആ ടീച്ചറെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ആ ടീച്ചർ നിങ്ങളെ ബ്രദറിൻ്റെ ബ്രൈറ്റ് ടു ബി തന്നെയാണോ, അല്ല വേറെ ആരെങ്കിലും ബ്രദറിൻ്റെ ബ്രൈറ്റ് ടു ബി ആയതാണോ? ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ധാരണ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ അടുത്തൊരാളത് കണ്ടിരുന്നു, ബ്രൈറ്റ് ടു ബി എന്നുള്ള ഫോട്ടോവും കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ബാക്കിയുള്ളൊരു പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്തിട്ടോ. ഞാനും ജ്യോതിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എനിക്കും ജ്യോതിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമല്ലോ. ആൻസർ കിട്ടിയോ? 11667. അവിടെ ഷാസിലിന് കിട്ടിയ ആൻസർ 11.66. ആൻസർ ശരിയാണ് ഷാസിൽ. പക്ഷെ അതിൽ നമ്മൾ പ്രോഫിറ്റ് ഇൻ തൗസൻഡ്സിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഇൻറ്റു 1000 കൂടെ ചെയ്യാം. കാരണം നമ്മൾ വാല്യൂസ് എല്ലാം ചെറിയ വാല്യൂസിൽ എഴുതിയതാണ്. പക്ഷെ പ്രോഫിറ്റ് അൾട്ടിമേറ്റ്ലി 1000 മാറ്റണം. ആ 1000 മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ആൻസറിൽ ചെയ്യണം. ഓക്കെ, ഇൻറ്റു 1000 കൂടെ ആൻസറിൽ എടുക്കണം. അപ്പോൾ ആൻസർ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ ഷാസിൽ, ബാക്കിയുള്ളവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അപ്പോൾ അത് നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 1 മിനിറ്റ് സമയം എന്നാണ് നമ്മളൊരു ക്വസ്റ്റ്യന് കാണേണ്ട സമയം. അതിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, ഇനി 1 മിനിറ്റ് അല്ല, നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിന് പോകുമ്പോൾ 2 മിനിറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം 10 സെക്കൻഡ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10-20 സെക്കൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ സിമിലർ ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ചെയ്യാറുള്ളതൊക്കെ. നമുക്കിവിടെ പറ്റില്ല. പ്രോപ്പർട്ടീസ് ഓഫ് മോഡ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇൻ ജനറൽ ഈസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ ആസ് വെൽ ആസ് ചേഞ്ച് ഓഫ് ഒറിജിൻ. അപ്പോൾ ഇതിൽ മോഡ് ഓഫ് എക്സ് തന്നു, മോഡ് ഓഫ് വൈ ചോദിച്ചു, റിലേഷൻ തന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് മോഡ് എഴുതാം, വൈൻ്റെ സ്ഥലത്ത് വൈ മോഡ് എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് പോയിന്റ് ഇതാണ്. മോഡ് ഇസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ആസ് വെൽ ആസ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് ഈ ഒരു സാധനം, ഈ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ, എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും. അതൊന്നെങ്കിൽ തിയറി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടുണ്ടാവും. മോഡ് ഇസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ആസ് വെൽ ആസ് ചേഞ്ച് ഓഫ് സ്കെയിൽ. പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വൈ മോഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. എക്സ് മോഡ് മൈനസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ സ്ഥലത്ത് എക്സ് മോഡ് എന്ന് എഴുതാം, വൈൻ്റെ സ്ഥലത്ത് വൈ മോഡ് എന്ന് എഴുതാം, -10 = 0. ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? വൈ മോഡിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഫോർ സിമെട്രിക് ഡാറ്റ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. എന്താണ് സിമെട്രിക് ഡാറ്റ? നമ്മളിത് അടുത്ത തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നുണ്ട്. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറയുന്നത് when the data symmetric about mean എന്ന രീതിയിലാണ് അവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നത്. ഡാറ്റ സിമെട്രിക് ആണ്. അപ്പോൾ സിമെട്രിക് ഡാറ്റൻ്റെ കേസിൽ
സിമെട്രിക് ഡാറ്റയുടെ കേസിൽ മീൻ ഈസ് ഈക്വൾ ടു മീഡിയൻ ഈസ് ഈക്വൾ ടു മോഡ്. ഇത് ഓർക്കണം, പോയിന്റ് ഓർക്കണം. ഡാറ്റ സിമെട്രിക് ആണെങ്കിൽ മീൻ ഈസ് ഈക്വൾ ടു മീഡിയൻ ഈസ് ഈക്വൾ ടു മോഡ്, അല്ലെങ്കിൽ മീൻ ഈസ് ഈക്വൾ ടു മീഡിയൻ ഈസ് ഈക്വൾ ടു മോഡ് തന്നിട്ട് ഡാറ്റ ഈസ് എന്ന ഓപ്ഷനിൽ എന്തുണ്ടാവും, ഡാറ്റ ഈസ് സിമെട്രിക് എന്നുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ വരാം. പിന്നെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഇവിടെ രണ്ട് രീതിയിൽ ഇതിനെ പഠിക്കണം. മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഇതാണ് സ്ക്യൂ സിമെട്രിക്കിൻ്റെ ഒരു ഇക്വേഷൻ. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. എന്തിനാ രണ്ട് ഇക്വേഷനും പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 മീൻ മൈനസ് മീഡിയൻ, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് തിയറി ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണെന്നറിയോ, ഇത് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിൽ ആൻസറൊക്കെ ഒരുപോലെ തോന്നും. കണ്ടു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ ഒരുപോലെ ഉണ്ട്. നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ ഏതാ മാർക്ക് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇക്വേഷൻ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് പഠിക്കാൻ പറയുന്നത് താഴത്തെ ഇതിനെ അറേഞ്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് താഴെ ഉള്ളത്. പക്ഷേ അത് പഠിക്കാൻ പറയുന്നത് പ്രോബ്ലം വരുന്ന സമയത്ത് ഇത് ചെയ്യുന്നതാണ് നല്ലത്. പ്രോബ്ലംസ് ഉണ്ട് ഇവിടുന്ന്. മോഡും മീഡിയനും മീനും കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മോഡ് മീഡിയൻ മീൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇക്വേഷൻ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ അതിൽ ഈ 2 തരും, 3 ചോദിക്കും. ഏതെങ്കിലും 2 തരും, 3 ചോദിക്കും. അത് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഈ റിലേഷൻ എന്താണ്, മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ. ഇനി പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ ആണെങ്കിൽ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസിനോട് ചേർന്ന് വരുന്ന സാധനമാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. എക്സ് ആക്സിനോട് വൈ ആക്സിസിനോട് ചേർന്ന് വരുന്ന ഗ്രാഫ് ഇങ്ങനെ വരുന്ന ഇതാണ് സിമെട്രിക്. ഇങ്ങനെ നേരെ വെർട്ടിക്കലി ഇങ്ങനെ പോകുന്ന സാധനമാണ് സ്ക്യൂമെട്രിക്. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്ന സമയത്ത് വൈ ആക്സിസിന് അടുത്തേക്ക് ചെരിവ് വരുന്ന സമയത്ത് പോസിറ്റീവ്ലി സ്ക്യൂവും, അപ്പുറത്തേക്ക് ചെരിവ് വരുന്ന സമയത്ത് നെഗറ്റീവ് സ്ക്യൂവും. ഓക്കെ, ഇതാണ് എൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. പോസിറ്റീവ് സ്ക്യൂഡ് ഡാറ്റൻ്റെ കേസിൽ മീഡിയൻ മോഡ് ഈ ഓർഡറിൽ പഠിക്കണം. മീഡിയൻ മോഡ്. മീൻ വിൽ ബി ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഏത് കേസിൽ? പോസിറ്റീവ്ലി സ്ക്യൂഡ് കേസിൽ. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദ സെയിം തിങ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വരുന്നുണ്ട്, വാല്യൂ തരും. മീൻ്റെ വാല്യൂ 25, മീഡിയൻ്റെ വാല്യൂ 24, മോഡിൻ്റെ വാല്യൂ 23. വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ? ക്വസ്റ്റ്യൻ ആണ്. ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഇതൊക്കെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ തരും. മീഡിയൻ്റെയും മോഡിൻ്റെ വാല്യൂ തന്നു. ഇവിടെ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയതുകൊണ്ട് ദ ഡാറ്റ ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. തിരിച്ചാണെങ്കിലോ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ്. മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് മെറ്റീരിയലും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ പോയിന്റ്സ് അവിടെ ഉണ്ട്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചെടുക്കാം. അപ്പോൾ അതോടെ നമ്മൾ സ്റ്റാർട്ടിയിൽ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് ബ്രേക്കിന് ശേഷം നോക്കാം. ഇതിങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഈ പറയുന്ന എല്ലാ പോയിൻറ്റ്സും ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ ഏതായാലും പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് അങ്ങോട്ട് പഠിച്ചു പോവാണ്. പിന്നെ നമ്മൾ 2ാമത് വീണ്ടും ചാപ്റ്റർ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇഫ് യു ഗെറ്റ് ടൈം ഓക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ, എക്സാമിന് പഠിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. തിയറി, കോൺസെപ്റ്റ്സ്, പ്ലസ് അതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽസ്, ക്വസ്റ്റ്യനിൽ വരുന്ന ചെറിയ ഇതിൽ നിന്നും ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ബ്രേക്ക് എടുക്കാം. 6:10 ആയിട്ടുണ്ട്. ചായ നേരത്തൊന്നും കുടിച്ചിട്ടുണ്ടാവാം, ബട്ട് ചായ കുടിക്കണമെങ്കിൽ ഇനിയും കുടിക്കാം. പ്രയർ ടൈം ആയിട്ടുണ്ടാവും, നിസ്കരിക്കാൻ ആളുകൾക്ക് നിസ്കരിക്കാം. 6:30 ആകുമ്പം വരാൻ പറ്റുമെന്നുള്ളത് നോക്കാം. 6:30 ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമ്മളെ ടൈം ഇവിടെ മാക്സിമം ടൈം എന്നൊരു ലിമിറ്റ് ഉണ്ട്. 9 മണി 9 to 9 12 മണിക്കൂറാണ് നമ്മൾ ഇവിടെ പോകുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഈ സാധനം പോകുന്നതിൻ്റെ ലിമിറ്റ് 12 മണിക്കൂറാണ്. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും എടുക്കും. കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ കവർ ചെയ്യും. ഓക്കെ, ബ്രേക്ക് എടുത്തിട്ട് വരാം. 6:30 ആകുമ്പം തിരിച്ചു വരാം.
ചാപ്റ്റർ കവർ ചെയ്തു. സെക്കൻഡ് ചാപ്റ്റർ മെറ്റീരിയൽ ഉള്ള പോലെ തന്നെ 2 സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളൊരു ഏരിയ നമ്മൾ കവർ ചെയ്തു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ആ ഒരു ലേ ഔട്ട് നിങ്ങളെ മനസ്സിലുണ്ടാവണം. മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസിയിൽ ഏതൊക്കെയുള്ളത്, മാത്തമാറ്റിക്കൽ ആവറേജസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അരിത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അത് കഴിഞ്ഞിട്ട് പൊസിഷണൽ ആവറേജസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, മീഡിയൻ, പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്, ക്വാർട്ടൈൽ, ഡിസൈൽ, പെർസെൻറ്റൈൽ. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ എടുക്കുന്നത് മോഡ്. അപ്പോൾ മോഡ് എന്നുള്ളത് മാത്തമാറ്റിക്കൽ ആവറേജസിന് പെടുന്നതല്ല, പാർട്ടീഷൻ വാല്യൂസിനും പെടുന്നതല്ല. മോഡ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ബോത്ത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലേ ഔട്ട് വെച്ചിട്ട് നമ്മൾ ആ പഠിച്ച ഓർഡറിൽ തന്നെ കഴിയുന്നതും കാര്യങ്ങൾ മെമ്മറിയിൽ നമ്മൾ ആ മെമ്മറി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധനങ്ങളെല്ലാം വാരി വലിച്ചെറിഞ്ഞിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നമ്മൾ സാധനങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു ഫയൽ എടുക്കാൻ എളുപ്പമുണ്ടാവും. ഇതേപോലെ തന്നെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഓർഡറിൽ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് അതേപോലെ നമുക്ക് എക്സാമിന് റിട്രീവ് ചെയ്യാനും എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവിൽ ഉള്ള ആളുകൾ കാണുന്നത് പോലെ തന്നെ ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഓൾസോ വാച്ചിങ് ദിസ് റെക്കോർഡിങ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നലത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും. അപ്പോൾ നമ്മളെടുക്കുന്ന എഫേർട്ടിൻ്റെ നമ്മളിതിൽ കാണുന്ന ഏറ്റവും വലിയ റെപ്രസെൻറ്റേഷൻ ഇതാണ്. ശരിക്കും എക്സാമിന് എടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഇത് ബെനിഫിറ്റ് ആവുന്നുണ്ടെന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇത്രയും സമയം പിന്നെ ഇരിക്കുന്നത്. ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ ക്ഷീണം ആക്ച്വലി മാറിയിട്ടില്ല. ഇന്ന് നമ്മൾ വീണ്ടും ഇരിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ദിസ് ഇസ് ആക്ച്വലി ദ എനർജി ലുക്കിംഗ് അറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓർ വാച്ചിങ് ദിസ് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ക്ലാസ് നിർത്തേണ്ട സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സമയം ക്ലാസ് എടുത്തിട്ടില്ല ഇതുവരെ. 2003 ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ് നമ്മൾ 2023 നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മുന്നേ എടുത്തിട്ടില്ല. ഇന്നലെ എന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് ലൈക്ക് 9 to 9 ആണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ക്ലാസ് എടുക്കുന്നില്ല ഞാനതിൽ. എനിക്ക് തോന്നുന്നില്ല ഈവൻ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ആൾക്കാർ പറയാറുണ്ട് മാരത്തോൺ റൺ ചെയ്യാറുണ്ട്, ബട്ട് മാരത്തോണിൽ ഫാക്കൽറ്റീസ് മാറിയാണ് കയറാറ്. ഒരു ഫാക്കൽറ്റി സിംഗിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് അവർ എടുക്കാറില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഞാനിവിടെ കാണുന്നത് എൻ്റെ മുന്നിൽ നമ്പർ ഉണ്ട് എത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നുള്ളത്. ലൈവിൽ ആൾക്കാർ കുറവാണ്, ബട്ട് റെക്കോർഡിങ്സ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണത് പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നെടുക്കുന്ന ഈ ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ലക്ഷ്മിക, അജ്ന, ജിൻഷ, ഹായ്, ഹലോ. അപ്പോൾ ഇവിടെ നമ്മളിനി എടുക്കാൻ പോകുന്നത് എന്താ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ എന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. ഡിസ്പേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പറഞ്ഞത് ദർ ഇസ് എ ടെൻഡൻസി ഓഫ് ഡാറ്റ ടു സെഗ്രിഗേറ്റ് അറ്റ് ദ സെൻറ്റർ. അതിൻ്റെ മെഷേഴ്സ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയുന്നത് അങ്ങനെ നമ്മൾ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ചില ഡാറ്റ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുണ്ടാവും. അത് എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഡാറ്റ എത്രത്തോളം ആ സെൻട്രലായിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മിഡിൽ വരുന്ന വാല്യൂ, ആ വാല്യൂന്നും എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് ഡാറ്റ എന്ന് നോക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ അതിൽ 2 കാറ്റഗറി ആയിട്ട് എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഒന്ന് അബ്സല്യൂട്ട് വാല്യൂസ് പറയുന്നുണ്ട്, മറ്റേത് റിലേറ്റീവ് വാല്യൂസ്. ഇപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന ആക്ച്വൽ നമ്പറാണ് വരിക. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിന് ആൻസേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അബ്സല്യൂട്ട് വാല്യൂസിന് യൂണിറ്റ്, റിലേറ്റീവ് വാല്യൂസിന് ഒരിക്കലും എന്തുണ്ടാവില്ല, യൂണിറ്റ് വരാൻ പാടില്ല. കോഎഫിഷ്യൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ യൂണിറ്റ്സ് മെൻഷൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓപ്ഷനിൽ റിലേറ്റീവ് വാല്യൂസിൻ്റെ അടുത്ത് എന്തുണ്ടാവില്ല, യൂണിറ്റ് വരില്ല. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഇതാണ് അതിൻ്റെ ലേ ഔട്ട്. അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്നത് ആദ്യം എന്താ എടുക്കുക, ക്വാർട്ടൈൽ. സോ ആദ്യം നമ്മൾ എടുക്കുന്നത് റേഞ്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ എടുക്കും, മീൻ ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കും. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ആ സെക്ഷൻ ഇനി അങ്ങോട്ടുള്ള ഈ ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും ട്രിവ്യൽ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും സില്ലി ആയിട്ടുള്ള മെത്തേഡായിട്ട് പറയുന്ന സാധനമാണ് റേഞ്ച്. ഇറ്റ് ഈസ് എ ക്വിക്കസ്റ്റ് ഫോം, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ബട്ട് ഇറ്റ് ഈസ് എ അൺറിലയബിൾ, ഏറ്റവും അൺറിലയബിൾ ആയിട്ടുള്ള സാധനമാണ് എന്ത്, റേഞ്ച് എന്നുള്ളത്. ക്വിക്കസ്റ്റ് മെത്തേഡാണ്, ബട്ട് ഇറ്റ് ഇസ് എ മോസ്റ്റ് അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, റിലയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ ഇവിടെ റിലേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ മാത്സിലെ റിലേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ റിലേഷൻസിൽ പറയുന്ന സമയത്ത് അതിൽ ഒരാളും തമ്മിലൊരു റിലേഷൻ ഫോം ചെയ്യുന്നതിൽ വരുന്ന ഫാക്ടേഴ്സിൽ ഒന്നിതാണ് നമുക്ക് അവരെ റിലയബിൾ ആണോ എന്നുള്ളൊരു ഫാക്ടർ ഇത് വരുന്നുണ്ട്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിലാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത്. റിലയബിലിറ്റി റിലേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഈ റേഞ്ച് എന്നുള്ളത് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എടുക്കുന്ന സമയത്ത് അത് മോസ്റ്റ് അൺറിലയബിൾ ആണ്.
റിലയബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഇറ്റ് ഇസ് അൺഎഫക്റ്റഡ് ബൈ പ്രസൻസ് ഓഫ് ഫ്രീക്വൻസി. ചെറിയ ചെറിയ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. റേഞ്ച് എന്താണ്? വാട്ട് ഇസ് റേഞ്ച്? അപ്പർ മൈനസ് ലോവർ, ഏറ്റവും വലുത് മൈനസ് ഏറ്റവും ചെറുത്. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും വലിയ വാല്യൂ പിക്ക് ചെയ്യുക. ഏറ്റവും വലിയ വാല്യൂ ഇത് 90, ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 70. സോ വാട്ട് ഇസ് എ റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് എന്താ വരിക? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ആണ് റേഞ്ച് 20. അപ്പോൾ ഈ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ഫ്രീക്വൻസി. ഓക്കെ. പിന്നെ അത് ഡസ് നോട്ട് എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും വാല്യൂവിന് അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നും വരുന്നില്ല റേഞ്ച്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അതൊരു പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് അല്ല, ഇറ്റ് ഇസ് ലീസ്റ്റ് പ്രിഫേർഡ്. അപ്പോൾ നമ്മളൊരു ഓർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളാണ് റേഞ്ച്. ഓക്കെ. ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുന്ന സമയത്ത് കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് ഇൻറ്റു 100 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, വാട്ട് ആർ ദ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ആ ഇക്വേഷൻ മനസ്സിൽ പഠിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതാം, അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലം ചെയ്യാം. ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് ഇൻറ്റു 100 ആണ് കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ, റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ. ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരാൾ ചാറ്റിൽ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് തന്നെയാണ്, പക്ഷെ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ അണ്ടർലൈൻ ചെയ്തു തരാം. ഓൾ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ സാധനം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. അവർ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ആ പോയിൻ്റ് എടുത്ത് പറഞ്ഞാണ്, മുന്നോട്ട് പറയാൻ ഇരുന്ന പോയിൻ്റാണ്. ഓൾ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. ചേഞ്ച് ഓഫ് ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങളും റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കേസ് ഞാൻ പറയാം. 2, 4, 6, 8 3 വാല്യൂസ് എടുക്കാം. 2, 4, 6 ഇതിൻ്റെ റേഞ്ച് എന്താ? വാട്ട് ഇസ് റേഞ്ച്? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എത്ര വരും? 4. ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് 4 റേഞ്ച്. അപ്പോൾ ഇതിലേക്ക് എല്ലാത്തിലേക്ക് ഞാൻ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +2 ചെയ്താൽ എനിക്ക് 4 കിട്ടും, 6 കിട്ടും, 8 കിട്ടും. ഇപ്പോൾ പുതിയ റേഞ്ച് എന്താ? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എടുക്കുമ്പോൾ പുതിയ റേഞ്ച് എന്താ വരിക? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എടുക്കുമ്പോൾ പുതിയ റേഞ്ച് എന്താ? 4. അപ്പോൾ റേഞ്ചിന് എന്താ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാത്തിലും ഇതേപോലെ തന്നെയാണ്. ഞാനത് എക്സാമ്പിൾ എടുക്കുന്നില്ല, മുന്നോട്ട് എക്സാമ്പിൾ എടുക്കില്ല. ബാക്കി എല്ലാ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷനിലും ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ. ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റയിലേക്ക് ഒരു നമ്പർ ആഡ് ചെയ്യുന്ന കേസിൽ എന്ത് മാറ്റം വരും? ഇത് പ്രോബ്ലത്തിലും വരാറുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കാൻ പോകുന്ന റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ഇതെല്ലാം എടുത്താലും ഇതിലൊന്നും എന്ത് വരില്ല, ഒരു ഡാറ്റയിലേക്ക് നമ്മൾ ഒരേ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിലൊന്നും വാല്യൂ മാറൂല. ഓക്കെ, ഡസ് നോട്ട് ചേഞ്ച്. ഒരു ഡാറ്റയിലേക്ക് നമ്മൾ എല്ലാത്തിലേക്കും ഒരേ നമ്പർ ആഡ് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഓഫ് ഒറിജിൻ. അല്ലെങ്കിൽ മൈനസ് ചെയ്യാം, അത് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷനിൽ ബാധിക്കില്ല. ഡസ് നോട്ട് ചേഞ്ച്, ഡസ് നോട്ട് എഫക്റ്റ്. കോഎഫിഷ്യൻ്റെ വാല്യൂ നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ദ ആൻസർ ഇസ് ഹൗ മച്ച്? 20. അപ്പോൾ ഇവിടെ ആൻസറിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആൻസർ 20 എന്നാണ് എടുക്കണം. അവിടെ റുപ്പീസ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് എടുക്കുന്ന സമയത്ത് യൂണിറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഇസ് എ യൂണിറ്റ് ഫ്രീ മെഷർ. കോഎഫിഷ്യൻ്റ് ഇസ് എ യൂണിറ്റ് ഫ്രീ മെഷർ. അടുത്തത് ഗ്രൂപ്പ്ഡ് ആണെങ്കിൽ, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ഏതാ? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പോൾ അടുത്ത ഏത് എടുക്കേണ്ട? ഗ്രൂപ്പ്ഡ് ഡാറ്റ. സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ അടുത്ത് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡയറക്റ്റ്ലി എടുക്കുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എടുക്കുന്ന സമയത്ത് എങ്ങനെ എടുക്കുക? ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് എടുക്കണം? അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി എടുക്കണം. സെയിം സിസ്റ്റം, സെയിം ഇക്വേഷനാണ്. അപ്പോൾ അതിൽ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ എന്ന് എടുക്കുന്നതിന് പകരം എന്താ എടുക്കേണ്ടത്? അപ്പർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി. കോഎഫിഷ്യൻ്റ് ആണ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ ഹയർ ക്ലാസ് ബൗണ്ടറി മൈനസ് ലോവർ ക്ലാസ് ബൗണ്ടറി ഡിവൈഡഡ് ബൈ ഹയർ ക്ലാസ് ബൗണ്ടറി പ്ലസ് ലോവർ ക്ലാസ് ബൗണ്ടറി ഇൻറ്റു 100. ഇങ്ങനെ എടുത്താൽ നമുക്ക് കോഎഫിഷ്യൻ്റെ വാല്യൂ വരും.
properties it is independent of change of origin and depends on change of scale. Independent of change of origin, independent of change of origin, independent of change of origin, depends on change of scale. For range and value rx തന്നിട്ടുണ്ടെങ്കിൽ range of y is equal to modulus of b into range of x. അപ്പോൾ ഇവിടെ modulus of b എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ modulus of b എടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. ഇതൊരു ഷോർട്ട് കട്ട് പോലെ ഓർത്ത് വെക്കാം. ഇതിൽ നമുക്കിനി ഈ ചാപ്റ്ററിൽ ഒരുപാട് തവണ ഇത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതേപോലെ റേഞ്ച് ഓഫ് വൈ ചോദിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ചോദിക്കുന്നുണ്ട്, ക്വാർട്ടർ ഡീവിയേഷൻ ഓഫ് വൈ ചോദിക്കുന്നുണ്ട്, മീൻ ഡീവിയേഷൻ ഓഫ് വൈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുന്ന രീതി ഇതാണ്. മോഡുലസ് ഓഫ് ബി ഇൻറ്റു റേഞ്ച് ആണെങ്കിൽ റേഞ്ച് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് മോഡുലസ് ഓഫ് ബി എടുക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ മോഡുലസ് ഓഫ് ബി എന്താ എടുക്കേണ്ടത്? മോഡുലസ് ഓഫ് ബി നിങ്ങൾ എടുക്കേണ്ടത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കാനാണ് പറയുന്നത്. മോഡുലസ് ഓഫ് ബി നമ്മൾ എടുക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. അതെടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, റേഞ്ച് ഫൈൻഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആർ എക്സ് ആൻഡ് ആർ വൈ ആർ ഡിനോട്ടഡ് ബൈ ആർ എക്സ് ആൻഡ് ആർ വൈ ഡിനോട്ട്സ് റേഞ്ച് ഓഫ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി. Where x and y are related as 3x plus 2y plus 10 is equal to 0, what would be the relation between x and y? X and y in the relation, what is the relation between, ഇവിടെ x and y എന്ന് ഉദ്ദേശിക്കുന്നത് what is the relation between rx and ry എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ആർ എക്സ് ആൻഡ് ആർ വൈ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ? ആർ വൈ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഇൻറ്റു റേഞ്ച് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് ബി ഞാൻ എന്താ എടുക്കാൻ പറഞ്ഞത്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താ? 3 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ 2, അതാണ് എടുക്കേണ്ടത്. അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ 3/2. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ, കോഎഫിഷ്യൻ്റ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ നിൽക്കുന്ന ആൾ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക 3/2 ഇൻറ്റു ആർ എക്സ്, ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 2r/y = 3rx. നമുക്കവിടെ ആൻസർ ആയിട്ട് വരും. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാനിത് ഇങ്ങനെ അവിടെ ഓൾറെഡി സൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സൊല്യൂഷൻ ഞാൻ എഴുതി വെച്ചതാണ്, സോ ദാറ്റ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇപ്പോൾ ചെയ്യുന്ന സമയം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നിങ്ങൾക്ക് ചെയ്യാം. ലൈവിൽ ആൾക്കാരൊക്കെ ഉണ്ടോ? രാവിലെ മുതൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് നിങ്ങൾ ആളെണ്ണം കുറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ പീപ്പിൾ ആർ ദെയർ. കുറേ പേര് ഇന്നലെ മുതലേ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓവറോൾ കൗണ്ട് കുറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ കുറേ ആൾക്കാർ എന്നാലും ഇരിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ലൈവ് അല്ലാതെ റെക്കോർഡിങ്സ് അത്യാവശ്യം നല്ല കൗണ്ടിൽ തന്നെ ആളുകൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞത്? ഇപ്പോൾ നമ്മൾ എന്ത് കവർ ചെയ്ത് കഴിഞ്ഞു? വി ഹവ് കവേർഡ് റേഞ്ച് പറഞ്ഞു. റേഞ്ച് എന്താന്ന് പറഞ്ഞു, അതിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു, ക്ലോസ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ കോഎഫിഷ്യൻ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. റേഞ്ച് ഓഫ് എക്സ് റേഞ്ച് ഓഫ് വൈ നമ്മളെ പ്രോപ്പർട്ടി ബേസ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഏതാ? മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ഡീവിയേഷൻസ്. ജസ്റ്റ് ഫീഡ് ചെയ്യുക. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഓഫ് ഡീവിയേഷൻസ്. ഡീവിയേഷൻസ് പറഞ്ഞാൽ എന്താ? ഒരു വ്യത്യാസം, അതാണ് ഡീവിയേഷൻ. അപ്പോൾ നമ്മളൊരു അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എടുക്കുന്നു. അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരിക്കുന്ന മീൻ, മീഡിയൻ, മോഡ്, ഇതിലേത് വേണമെങ്കിലും എടുക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ. മീൻ, മീഡിയൻ, മോഡ്, ഇതെല്ലാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എടുത്തു. ആ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എടുത്തിട്ട് നമ്മൾ ഒബ്സർവേഷനും ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മളുടെ ഡീവിയേഷൻസ് ആദ്യം ഫൈൻഡ് ചെയ്യും. അതിൻ്റെ മീൻ എടുത്താൽ കിട്ടുന്ന സാധനമാണ് എന്ത്? മീൻ ഡീവിയേഷൻ, മീൻ ഓഫ് ഡീവിയേഷൻസ്. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മീൻ ഡീവിയേഷൻ? എബൌട്ട് മീൻ എന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഇത് എബൌട്ട് മീൻ ആവാം, എബൌട്ട് മീഡിയൻ ആവാം, എബൌട്ട് മോഡ് ആവാം. അപ്പോൾ എന്താണ് മീൻ ഡീവിയേഷൻ? മീൻ ഓഫ് ഡീവിയേഷൻസ് ഫ്രം എൻ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അത് ഏതും വരാം, മീനാവാം, മീഡിയനാവാം, മോഡാവാം. ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീൻ ആദ്യം ഫൈൻഡ് ചെയ്യാം. വാല്യൂ ജസ്റ്റ് ഞാനിവിടെ ഇത് ഞാൻ വായിച്ചുപോയി. വാല്യൂ ജസ്റ്റ് ഫൈൻഡ് ചെയ്യാം.
ഇതിൻ്റെ മീനിൻ്റെ വാല്യൂ ആദ്യം ഫൈൻഡ് ചെയ്യുക. എക്സ് ബാർ ആദ്യം ഫൈൻഡ് ചെയ്യണം. എക്സ് ബാർ ഫൈൻഡ് ചെയ്തു 5.2. ഇപ്പോൾ ഞാൻ ആ 5.2 ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതിക്കുക. എക്സാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പെൻസിലുകൊണ്ട് അവിടെ തന്നെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡീവിയേഷൻസ് എടുക്കുക. കാൽക്കുലേറ്ററിൽ ഡീവിയേഷൻസ് എടുക്കുക. അത് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇതിൻ്റെ ഡീവിയേഷൻസ് ഓരോന്നോരോന്ന് ഡീവിയേഷൻസ് എടുക്കാം. ഡിവൈഡഡ് ബൈ മീൻ ഓഫ് ഡീവിയേഷൻസ് ആണ് പറയുന്നത്. മീൻ ഓഫ് ഡീവിയേഷൻസ് അപ്പോൾ 1 2 3 4 5. ഇപ്പോൾ ഡീവിയേഷൻസ് എടുക്കുക, സിഗ്മ സം എടുക്കുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ഓഫ് ഡീവിയേഷൻസ് കിട്ടും. ഓക്കെ, അതൊന്ന് ചെയ്തേ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നും പ്ലസ് മൈനസ് ആക്കി എടുക്കരുത്. അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കണം. അതുപോലെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. ആവറേജ് ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ആണ്. പ്ലസ് മൈനസ് എടുക്കരുത് കേട്ടോ. അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. പ്ലസ് മൈനസ് എടുക്കരുത്. പ്ലസ് എടുത്തോ മൈനസ് എടുക്കരുത്. പ്ലസ് ആക്കണം. എല്ലാത്തിനും പ്ലസ് ആക്കാം. അപ്പോൾ ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് ചെയ്യാറുണ്ട്. നിങ്ങളെ ഇഷ്ടം. പക്ഷേ എങ്ങനെയാലും കുഴപ്പമില്ല. പോസിറ്റീവ് വാല്യൂ തന്നെ എടുക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് വാല്യൂ എടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുക. നമുക്ക് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ കിട്ടും. ആൻസർ എത്ര വരുന്നത്? 1.44 കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രീതി കാൽക്കുലേറ്ററിലാണ് ചെയ്യാനുള്ളത്. ഓരോന്നിനും ഡിഫറൻസ് എടുക്കുക. 5.2 - 5, 5.2 - 8 എടുക്കുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ കാൽക്കുലേറ്ററിൻ്റെ മുകളിൽ ഒരു പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണം അതിനെ പ്ലസ് ആക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു പ്ലസ് ഓർ മൈനസ് ബട്ടൺ കാണാം ഈ സൈഡിൽ. ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇവിടെ ടോപ്പിൽ ഇപ്പുറത്തെ സൈഡിൽ പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ആ വരുന്ന നെഗറ്റീവ് വാല്യൂനെ പ്ലസ് ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓർഡർ നോക്കിയിട്ട് വലുതൊന്ന് ചെറുത് മൈനസ് ചെയ്യാം. എന്നിട്ട് പോസിറ്റീവ് വാല്യൂ എടുക്കാം. എന്നിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് 1.44 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ കിട്ടും. ഇതൊക്കെ വാട്ട് ഈസ് എ വാല്യൂ ഓഫ് മീൻ ഡിവിഷൻ അബൌട്ട് മീൻ നമ്മൾ ചെയ്യുന്നില്ല. അബൌട്ട് മോഡ് അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ വരാം. ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് മീൻ ഡീവിയേഷൻ ഫോർ ദ ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ്. ഇത് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം അത് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ഈസ് എ വാല്യൂ അബൌട്ട് മീൻ ഫോർ ദ ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതുകൊണ്ട് ഞാനത് ചെയ്യാൻ പറയുന്നു. വാട്ട് ഈസ് എ വാല്യൂ ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 9 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ആദ്യം അരിത്തമാറ്റിക് മീൻ ഫൈൻഡ് ചെയ്യണം. അരിത്തമാറ്റിക് മീൻ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 9 നാച്ചുറൽ നമ്പേഴ്സ്. 9 നാച്ചുറൽ നമ്പേഴ്സാണ്. 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ്. അതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷനാണ്. അങ്ങനെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിന് അരിത്തമാറ്റിക് മീൻ എന്താണ്? മിഡിൽ വരുന്ന വാല്യൂ ആണ്. മിഡിൽ വരുന്ന വാല്യൂ ഏതാ? 5 അല്ല മിഡിൽ വരുന്ന വാല്യൂ. അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ നിൽക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ സെൻറ്ററിൽ വരുന്ന വാല്യൂ അരിത്തമാറ്റിക് മീനാണ്. സോ വാട്ട് ഇസ് അരിത്തമാറ്റിക് മീൻ? 5. അരിത്തമാറ്റിക് മീൻ ഏതാണ്? 5 എന്നാണ് വരിക. 5. അപ്പോൾ 5 അരിത്തമാറ്റിക് മീനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോന്നിലേക്കുള്ള ഡീവിയേഷൻസ് എടുക്കുക. ഞാനവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഡീവിയേഷൻസ് എടുക്കുന്നു. 5 1ലേക്കുള്ള ഡീവിയേഷൻ ഞാൻ എഴുതിയതാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എടുക്കാം. ഡീവിയേഷൻസ് നോക്കി 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിലേക്കുള്ള ഡീവിയേഷൻ പോസിറ്റീവ് വാല്യൂ എടുക്കണം. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് 5 1ലേക്കുള്ളത് 4, 5 2ലേക്കുള്ള 3, 5 3ലേക്കുള്ള 2, 5 4ലേക്കുള്ള 1, 5 5ലേക്കുള്ള 0, 6ലേക്ക് 1, 7ലേക്ക് 2, ഇതിലേക്ക് 3, 8 4. അപ്പോൾ ഇത് പകുതി വരെ വരുന്ന നേരെ അപ്പുറത്തേക്ക് ഡബിൾ ആവാണ്. അപ്പോൾ 4 + 3 7 + 2 9 + 1 10 നേരെ ഡബിളായി. അപ്പോൾ 20/3 ആണ് എന്ത്? 20 ആണ് ഇതിൻ്റെ സമ്മ് വരിക. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീൻ ഡീവിയേഷൻ കിട്ടി. സോ വാട്ട് ഇസ് മീൻ ഡീവിയേഷൻ? ഡീവിയേഷൻ്റെ മീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വാല്യൂ വരുന്നത്? യു ഗെറ്റിംഗ് 20/9. അപ്പോൾ നമ്മുടെ മീൻ ഡീവിയേഷൻ്റെ വാല്യൂ ആണ് 20/9. പക്ഷേ നമ്മൾ ചോദിച്ചത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ചോദിക്കുന്ന സമയത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ മീൻ ഡീവിയേഷൻ എടുത്തത് പറയുന്നത് മനസ്സിലാക്കിയെടുക്കാം. കാരണം മീൻ ഡീവിയേഷൻ എന്നുള്ളത് അരിത്തമാറ്റിക് മീനിൻ്റെ ബേസിലെടുക്കാം, മീഡിയൻ്റെ ബേസ് ചെയ്തിട്ട് എടുക്കാം, മോഡിൻ്റെ ബേസ് ചെയ്തിട്ട് എടുക്കാം. സോ നമ്മൾ ഏതിൻ്റെ ബേസ് ചെയ്തിട്ടാണോ മീൻ ഡീവിയേഷൻ എടുത്തിട്ടുള്ളത് അതിന് ഡിവൈഡഡ് ബൈ, ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ, സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്നുള്ള വാല്യൂ നമ്മൾ എഴുതാം 20/9 ഡിവൈഡഡ് ബൈ ഏതാണോ നമ്മളവിടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ട് എടുത്തത്. ഇവിടെ നമ്മൾ മീൻ എന്നല്ല ഫൈൻഡ് ചെയ്തത്, അപ്പോൾ മീനിൻ്റെ വാല്യൂ ഡിവൈഡ് ചെയ്യണം ഇൻറ്റു 100. ഇതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എ എന്ന് എഴുതുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് എ ബൈ എ എന്ന് പറയുന്നത് എ ഇസ് എൻ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്താണ്?
അരിത്തമാറ്റിക് മീൻ എന്നല്ല അതിൻ്റെ അർത്ഥം. എ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അത് നമ്മൾ എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ മീനിൻ്റെ ബേസിൽ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. മീൻ ഡീവിയേഷൻ അബൌട്ട് എ നമ്മൾ ചെയ്തു. ആൻസർ എത്ര കിട്ടുന്നത്? ഇത് 5ഉം 5ഉം ക്യാൻസൽ ആവുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും? 20 × 20 നമുക്ക് ആൻസർ 400/9 എന്ന് വരും. ഓക്കെ, ഇതാണ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ചോദിക്കുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ നമുക്ക് ഇതേപോലെ തന്നെ ഫൈൻഡ് ചെയ്തെടുക്കാം. ഇനി സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. അത് സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രൊസീജിയർ മീൻ ഫൈൻഡ് ചെയ്യുന്നു, മോൾ എഴുതുന്നു, ഡീവിയേഷൻ എടുക്കുന്നു, അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈക്വൽ ടു m+. കാൽക്കുലേറ്ററിൽ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ എടുക്കേണ്ടത്? മീൻ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ സിഗ്മ f × x - x ബാർ ഡീവിയേഷൻ എടുക്കുന്നു, അതിന് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാൽക്കുലേറ്റർ ചെയ്തോളും, പക്ഷേ എനിക്കിപ്പോൾ ചെയ്യിക്കാൻ സമയമില്ല. m+m+ അടിച്ച് പോയിട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ f എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യണം. അബൌട്ട് മീഡിയൻ ഞാൻ പറഞ്ഞു. അബൌട്ട് മീൻ ബി ഡീവിയേഷൻ ചെയ്ത പോലെ തന്നെ അബൌട്ട് മീഡിയൻ ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മീഡിയൻ ഫൈൻഡ് ചെയ്തു, എന്നിട്ട് ആ ഡീവിയേഷൻസ് എടുത്തു, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻഡ് ദെൻ സിഗ്മ എഫ് ഇൻറ്റു ആ സിഗ്മ ഫ്രീക്വൻസി ഇൻറ്റു ഡീവിയേഷൻ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മീൻ ഡീവിയേഷൻ. ഓക്കെ, ചെയ്യുന്നില്ല. ഇതൊക്കെ കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ജസ്റ്റ് ആ കോൺസെപ്റ്റ് പറയുന്നു. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കൂടുതൽ ബേസിക് ആയ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ്. ബാക്കിയുള്ളത് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചെയ്യാട്ടോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം. സമയമുണ്ടെങ്കിൽ ചെയ്തോ, കാരണം അത്ര വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്നില്ല, ബട്ട് സമയമുണ്ടെങ്കിൽ ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് മീൻ ഡീവിയേഷൻ. ഒന്ന്, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ചേഞ്ച് ഓഫ് ഒറിജിൻ. All measures of central tendency depends on change of origin and scale. All measures of dispersion does not depend on change of origin. അപ്പോൾ അവിടെ പ്ലസിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല, മൈനസിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇൻറ്റു ചെയ്യുന്നതിന് എഫക്റ്റ് ഉണ്ടാവും. ഡിപ്പെൻസ് ഓൺ ചേഞ്ച് ഓഫ് സ്കെയിൽ. അപ്പോൾ മീൻ ഡീവിയേഷൻ ഓഫ് I is equal to modulus of B into mean deviation of X. Modulus of mean deviation of I is equal to modulus of B into mean deviation of X എന്ന് വരും. മീൻ ഡീവിയേഷൻ ഓഫ് I is equal to modulus of B into mean deviation of X. അപ്പോൾ അതിവിടെ ആ പോയിന്റ് തന്നെയാണ് നമ്മൾ രണ്ടാമത് വീണ്ടും എഴുതിയിരിക്കുന്നത്. ഇനി സം ഓഫ് ഡീവിയേഷൻസ് is least when derivation is taken about median. Mean deviation about median will be having the least value. പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചെടുക്കുക ഇപ്പോൾ തന്നെ. Mean deviation will be having the least value. Mean deviation മൂന്ന് രീതിയിൽ നമുക്ക് എടുക്കാം. അബൌട്ട് മീൻ എടുക്കാം, അബൌട്ട് മീഡിയൻ എടുക്കാം, അബൌട്ട് മോഡ് എടുക്കാം. ഇങ്ങനെ മൂന്ന് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഹാവിങ് ദ ലീസ്റ്റ് വാല്യൂ വെൻ ഇറ്റ് ഇസ് ടേക്കൺ അബൌട്ട് ദ മീഡിയൻ. കാരണം മീഡിയൻ ആണ് അവിടെ ശരിക്കും പറഞ്ഞാൽ പൊസിഷണൽ വൈസിൽ നടുവിൽ നിൽക്കുന്ന സാധനം മീഡിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഏറ്റവും കുറവ് മീഡിയനിലാണ് വരിക. So mean deviation will be having the least value when it is taken about the median. Okay, മനസ്സിലാക്കി വെക്കാം. തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. If the relation between x and y is given as this, mean deviation about x is what is the mean deviation about y? എന്താ ചെയ്യേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് y is equal to modulus of b into മീൻ ഡീവിയേഷൻ ഓഫ് എക്സ്. ഓർക്കേണ്ടത് ഇതാണ്, മീൻ ഡീവിയേഷൻ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. മെഷർ ഓഫ് ഡിസ്പേർഷനിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ എഫക്റ്റ് ചെയ്യില്ല, ചേഞ്ച് ഓഫ് സ്കെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലൈ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ബീനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബി എങ്ങനെ ഫൈൻഡ് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. എവിടെ നിന്ന് കിട്ടും അത്? ഇക്വേഷൻ നോക്കുക. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എത്രയാണ്? 3. കോഎഫിഷ്യന്റ് ഓഫ് വൈ 5 ആണ്. അത് ഡയറക്റ്റ്ലി എടുക്കാം. അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം, പോസിറ്റീവ് ആക്കണം. -3 പ്ലസ് എടുക്കുമ്പോൾ 3 ആവും. 3/5 ഇൻറ്റു 12. 36/5 ഡബിൾ ദ നമ്പർ റിമൂവ് 0, 7.2 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? നിങ്ങൾ ചെയ്യണ്ടല്ലോ അല്ലേ? ചെയ്യുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. പ്ലീസ് ഡു ഇറ്റ് വിത്ത് മീ. എൻ്റെ കൂടെ ചെയ്യണം. ഉള്ള കുറച്ച് ആൾക്കാരെ ലൈവിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്, ലൈവിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുള്ളത്. അവരെൻ്റെ കൂടെ ചെയ്യണം. ചെയ്തിട്ട് ആൻസർ പോസ്റ്റ് ചെയ്യണം.
ഓക്കെ, ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ബൈ 2x + 3y - 7 = 0. മീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, മീൻ ഡീവിയേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, മീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, മീൻ ഡീവിയേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് ഇക്വേഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് y ആണ് എടുക്കുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് y about its coefficient of mean deviation about its mean തന്നെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട്. സോ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഓഫ് y ആണ് എടുക്കുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് y ഡിവൈഡഡ് ബൈ y ബാർ. മീൻ ഡീവിയേഷൻ അബൌട്ട് a ഡിവൈഡഡ് ബൈ a ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് y ആണ് ചോദിക്കുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് y ഡിവൈഡഡ് ബൈ y ബാർ ഇൻറ്റു 100 എടുക്കണം. അപ്പോൾ ഓരോന്നും ഫൈൻഡ് ചെയ്തെടുക്കണം. ഫസ്റ്റ് എന്ത് ഫൈൻഡ് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? ആദ്യം എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y ബാർ കിട്ടും. എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? y ബാർ ഫൈൻഡ് ചെയ്യാം. അതാണ് ആദ്യം ചെയ്തത്. y ബാർ ഫൈൻഡ് ചെയ്തു. ഫസ്റ്റ് ചെയ്തത് ഇതാണ്. ആദ്യം എന്ത് ഫൈൻഡ് ചെയ്തു? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് y ബാർ ഫൈൻഡ് ചെയ്തു. y ബാർ ഫൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ അബൌട്ട് എക്സ് തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് എക്സ് തന്നിട്ടുണ്ട് 0.3. മീൻ ഡീവിയേഷൻ അബൌട്ട് എക്സ് 0.3 ആണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് y എന്താ വരിക? മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് 0.3. So what is mean deviation about y? Modulus of b into mean deviation of x. Modulus of b എവിടുന്നാ കിട്ടുക? Coefficient of x divided by coefficient of y, പോസിറ്റീവ് വാല്യൂ എടുക്കണം, ഇൻറ്റു മീൻ ഡീവിയേഷൻ ഓഫ് എക്സ്. മീൻ ഡീവിയേഷൻ എക്സിൻ്റെ വാല്യൂ 0.3. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂ എന്ത് ചെയ്യാം? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. that is equal to 0.2. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 0.2 ഡിവൈഡഡ് ബൈ y ബാറിൻ്റെ വാല്യൂ 5/3 ഇൻറ്റു 100. അപ്പോൾ 0.6 ഇൻറ്റു 100/5 എന്നാണ് ആൻസർ വരിക. 0.6 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5 യു വിൽ ബി ഗെറ്റിംഗ് 12. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ വന്നു. ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് ആര് വന്നു? എക്സ് ബാർ വന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ബോത്ത് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. അതെങ്ങനെ ഫൈൻഡ് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് ബാറിനെ മാറ്റുക, അവിടെ എന്ത് കൊടുക്കുക? എക്സിൻ്റെ സ്ഥലത്ത് എക്സ് ബാർ കൊടുക്കുക, y ബാർ ഫൈൻഡ് ചെയ്യാം. മീൻ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് ബി ഇൻറ്റു മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് എടുത്തിട്ട് ഫൈൻഡ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് എ ഡിവൈഡഡ് ബൈ ഇൻറ്റു 100. അപ്പോൾ നമ്മൾ അബൌട്ട് മീൻ ആണ് എടുക്കുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ ഓഫ് y ഡിവൈഡ് ബൈ y ബാർ ഇൻറ്റു 100. എന്താണ് ഇവിടെ വൺസ് മോർ ചെയ്യാനുള്ളത്? ഒന്നുകൂടെ ഞാൻ പറയാം, റഹ്മത്ത് സലീം, ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മീന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ഫൈൻഡ് ചെയ്യണം? y ബാർ ഫൈൻഡ് ചെയ്യണം ഒന്ന്. അപ്പോൾ ആദ്യം അത് നോക്കാം. ഞാൻ ഈ വയലറ്റ് എന്താ പറയുക, ഈ കളറില്ലേ, ഇതിനെന്ത് കളറാണെന്ന് പറയാം? ഒരു ബ്ലൂ അല്ലാത്തൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു കളറ്. ഇതിനെന്ത് കളറെന്നാണ് നിങ്ങൾ പറയാം? പേർപ്പിൾ. ആ പേർപ്പിൾ കളറിൽ എഴുതിയിരിക്കുന്നതിൽ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ തന്നു, y ബാറിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥലത്ത് എക്സ് ബാറിൻ്റെ വാല്യൂ കൊടുക്കാം. ഈ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 2x + 3y - 7 = 0 എന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് y ബാർ. നമുക്ക് ഇതിന്ന് കിട്ടണം എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥലത്ത് എക്സ് ബാർ കൊടുത്താൽ നമുക്ക് y ബാറിൻ്റെ വാല്യൂ കിട്ടും. അതാണ് ആദ്യം ചെയ്തത്. എക്സിൻ്റെ സ്ഥലത്ത് എക്സ് ബാർ എഴുതി, + 3y ബാർ - 7 = 0. ഇതിൽ നമ്മൾ 2 - 7 - 5 + 3y ബാർ = 0 റീഅറേഞ്ച് ചെയ്തു. y ബാർ = 5/3 എന്ന് കിട്ടി. ഇപ്പോൾ y ബാറിൻ്റെ വാല്യൂ 5/3 കിട്ടി. ഇനി നമുക്ക് വേണ്ട, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് എ ഡിവൈഡഡ് ബൈ a ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് y ബാർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ഫൈൻഡ് ചെയ്യണം? മീൻ ഡീവിയേഷൻ അബൌട്ട് y ഫൈൻഡ് ചെയ്യണം. മീൻ ഡീവിയേഷൻ അബൌട്ട് y ഫൈൻഡ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഞാൻ ഈ സൈഡിൽ എഴുതിയത്, ആ കോർണറിൽ എഴുതിയത്. മീൻ ഡീവിയേഷൻ അബൌട്ട് y, മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് തന്നത് 0.3 ആണ്. സോ മീൻ ഡീവിയേഷൻ ഓഫ് y എന്താണ്? മോഡുലസ് ഓഫ് ബി ഇൻറ്റു മീൻ ഡീവിയേഷൻ ഓഫ് എക്സ്. മോഡുലസ് ഓഫ് ബി എങ്ങനെ എടുക്കുക? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് y ഇൻറ്റു
ആ 0.3 എന്നുള്ള വാല്യൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ഡിവിഷൻ ഓഫ് y കിട്ടും. അതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻ ഡിവിഷൻ ഓഫ് y ഡിവൈഡ് ബൈ y ബാർ ഇൻറ്റു 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0.2 ഡിവൈഡ് ബൈ 5/3 ഇൻറ്റു 100. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീൻ ഡിവിഷൻ്റെ വാല്യൂ കിട്ടും. യെസ് അശ്വിന സാബ, താങ്ക് യു. പർപ്പിൾ കളർ പെട്ടെന്ന് കളറും കൂടെ കിട്ടുന്നില്ല. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് ഞാൻ പോവാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. ഈ നമ്മൾ ക്ലാസ് റൂമിലും സ്കൂളുകളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇരട്ടപ്പേരൊക്കെ ചില ആൾക്കാർക്ക്. ഇരട്ടപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കറക്റ്റ് പേരല്ലാത്ത പേര് പറയില്ലേ, ഇരട്ടപ്പേര്, നിക് നെയിംസ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇവൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒറിജിനൽ പേര് റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒറിജിനൽ പേര് എന്താണ്? റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഡീവിയേഷൻ. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്. എന്താ എഴുതിയത്? റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്. അപ്പോൾ അത് ഒന്ന് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് വരാൻ പറ്റും. ഒന്ന്, ഡീവിയേഷൻസ് എടുക്കുന്നു, എക്സ് ബാർന്ന് ഡീവിയേഷൻസ് എടുക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഡീവിയേഷൻസ് എടുത്താൽ എന്താ വരിക? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് ഡീവിയേഷൻസ്. ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, ആദ്യം എന്താ എഴുതിയത്? ഡീവിയേഷൻസ്, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ മീന്, അതിൻ്റെ റൂട്ട്. ഇതാണ് എന്ത് എന്ന് നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന സാധനം. റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന രീതി ഇതാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ബേസിക്കലി ഫൈൻഡിങ് ഔട്ട് റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്. നമ്മൾ എക്സ് ബാർ ഫൈൻഡ് ചെയ്യും, ഓരോ വാല്യൂയിലേക്കുള്ള ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യും, അതിൻ്റെ സ്ക്വയർ എടുക്കും, അതിനെ ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ എൻ ചെയ്യും, അതിൻ്റെ റൂട്ട് എടുക്കും. എന്താ ചെയ്യുക? എക്സ് ബാർ ഫൈൻഡ് ചെയ്യും, ഡീവിയേഷൻസ് ഫൈൻഡ് ചെയ്യും, ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ ഫൈൻഡ് ചെയ്യും, അത് ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്ത് നമുക്ക് മീൻ കിട്ടും. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയേ. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ്. ഇപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമാറ്റിക് മീൻ ഇൻറ്റു 100. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമാറ്റിക് മീൻ ഇൻറ്റു 100. ഇക്വേഷൻ പഠിച്ചു വെക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമാറ്റിക് മീൻ ഇൻറ്റു 100. അപ്പോൾ അത് അരിത്തമാറ്റിക് മീൻ നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഫൈൻഡ് ചെയ്തെടുക്കാം ആൻഡ് ദെൻ ഡു ദ പ്രോബ്ലം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഞാനും പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ എങ്ങനെ ചെയ്യുന്നതിൽ ആദ്യം എക്സ് ബാർ ഫൈൻഡ് ചെയ്യാം. എക്സ് ബാർ എത്ര വരുന്നത്? 58. ഇപ്പോൾ ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. 58 എക്സ് ബാറിൻ്റെ വാല്യൂ 58. ഇപ്പോൾ എന്താ എടുക്കേണ്ടത്? ഡീവിയേഷൻസ് എടുക്കണം. ഓരോന്നിൻ്റെ ഡീവിയേഷൻസ് എടുക്കുക. ഓരോന്നോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഡീവിയേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 53യും 58 നമ്മുടെ ഡിഫറൻസ്, അത് എങ്ങോട്ട് എടുത്താലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. 53 മൈനസ് 58ൻ്റെ വാല്യൂ എടുക്കാം. 53 എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഞാൻ ഇങ്ങോട്ടാണ് എടുക്കുന്നത്. 53 മൈനസ് 58ൻ്റെ വാല്യൂ എടുക്കാം, സ്ക്വയർ ചെയ്യണം. ഇൻറ്റു ഈക്വൽ ടു സ്ക്വയർ ചെയ്തു എം പ്ലസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡീവിയേഷൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, അത് ആഡ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു എം പ്ലസ്. അടുത്തത് 52 മൈനസ് 58 ഈക്വൽ ടു വാല്യൂ എടുത്തു, അതിന് ഇൻറ്റു ഈക്വൽ എടുത്ത് സ്ക്വയർ ചെയ്തു, എം പ്ലസ് ചെയ്തു. മൂന്നാമത്തത് 61 മൈനസ് 58 ഈക്വൽ ടു
ഇൻറ്റു ഈക്വൽ ടു എം പ്ലസ്. അടുത്തത് 60 മൈനസ് 58 ഇസ് ഈക്വൽ ടു ഇൻറ്റു ഈക്വൽ ടു എം പ്ലസ്. അടുത്തത് 64 മൈനസ് 58 ഇസ് ഈക്വൽ ടു ഇൻറ്റു ഈക്വൽ ടു എം പ്ലസ്. ഡിഫറൻസ് എടുത്തു, ഡീവിയേഷൻസ് എടുത്തു, അതിന് സ്ക്വയർ ചെയ്തു, ആഡ് ചെയ്തു. എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ MRCയിൽ കിട്ടുന്ന വാല്യൂ 110 എന്നുള്ള വാല്യൂ വരും. ഈ 110 എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ സം ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ് ഞാൻ എടുത്തു. അതിന് ഇനി എന്ത് ഫൈൻഡ് ചെയ്യണം, അതിൻ്റെ മീൻ എടുക്കണം. മീൻ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 22 കിട്ടി. ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്. അതിന് SD എന്ന് എഴുതിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് നമ്മൾ പറയുന്നത് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ് ആണ് SD എന്ന് പറയുന്ന സാധനം. ആക്ച്വലി റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസിൻ്റെ പേരാണത്, അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് SD എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടി 4.69 കിട്ടി. നമ്മളത് ചോദിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനല്ല, കോഎഫിഷ്യൻ ഓഫ് വേരിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ കോഎഫിഷ്യൻ ഓഫ് വേരിയേഷൻ ചോദിക്കുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ അരിത്തമാറ്റിക് മീൻ ഇൻറ്റു 100, divided by arithmetic mean into 100. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഈ എന്താ പറയുക, മറ്റു സാധനം ഉണ്ടല്ലോ, പാരസിറ്റമോൾ വായോർന്ന് അണ്ണാക്കിലേക്ക് എറിഞ്ഞ് വെള്ളം കുടിച്ച് ഇറക്കുന്ന, അതേപോലെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഏത് ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പ്രോപ്പറായിട്ടുള്ള പേര് ഓർക്കാം. റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ്. മീൻ ഫൈൻഡ് ചെയ്യുന്നു, ഡീവിയേഷൻസ് എടുക്കുന്നു, സ്ക്വയർ എടുക്കുന്നു, മീൻ എടുക്കുന്നു, റൂട്ട് എടുക്കുന്നു. ഇതാണ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്ത് ഡിവൈഡ് ബൈ അരിത്തമാറ്റിക് മീൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോഎഫിഷ്യൻ ഓഫ് വേരിയേഷൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ കുറേ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ നോക്കി 8 ആണ് മീൻ. ഡീവിയേഷൻസ് ഓരോന്നും ജസ്റ്റ് നോക്കി, ചെറിയ ചെറിയ നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്തു, ഡീവിയേഷൻസ് എടുക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ചെയ്യുന്നില്ല, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് കാര്യം പറഞ്ഞു പോവാണ്. ഇനി ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യില്ല. നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ചെയ്യിക്കാറുണ്ട്, ബട്ട് ഇവിടെ നിന്നും അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന x മൈനസ് എക്സ് ബാർ എടുക്കുന്നു, സ്ക്വയർ എടുക്കുന്നു, അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ പകരം എന്ത് വരും, സം ഓഫ് ഒബ്സർവേഷൻസ് വരും. ഇതാണ് പ്രൊസീജിയർ. അതിൽ ഇങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട്, രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കൂടെ അതിൽ വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ കേസിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ജനറലായിട്ട് ഉപയോഗിക്കുക. ജനറലി ഞാൻ ഇതാണ് ക്ലാസ്സിൽ ചെയ്യിക്കാറുള്ളത്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സ്റ്റുഡൻസ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല, സമയമില്ല. അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. ഇവിടെ വിച്ച് ഇസ് മോർ കൺസിസ്റ്റൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ CV ലോ ആവുന്ന സമയത്താണ് മോർ കൺസിസ്റ്റൻ്റ് ആവുക. ജസ്റ്റ് ഐഡിയ വെക്കാം. വെൻ ദ വാല്യൂ ഓഫ് CV ഈസ് ലെസ്, നമുക്ക് പ്രീവിയസ് ഇയറിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതേപോലെ വലിയല്ല, ഇവിടെ ഇപ്പോൾ 1 2 3 4 5 6 8 വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ പ്രീവിയസ് ഇയറിൽ ചെറിയ നമ്പേഴ്സ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ഫൈൻഡ് ചെയ്യണം, കോഎഫിഷ്യൻ ഓഫ് വേരിയേഷൻ ഫൈൻഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമാറ്റിക് മീൻ ഇൻറ്റു 100 2 കേസിന് ഫൈൻഡ് ചെയ്യുക. ഏതിൻ്റെ CV ആണോ കുറവ് അതിൻ്റെ ആ കമ്പനിയാണ് കൂടുതൽ കൺസിസ്റ്റൻ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇപ്പം നമുക്ക് സമയമില്ല. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ്. 1 എല്ലാ വാല്യൂം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 555. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, വാട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ തന്നെ 0 ആവും, പിന്നെ ബാക്കിയെല്ലാം 0 അല്ല വരിക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവും, 0 ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്,
ഇറ്റ് ഈസ് അൺഎഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ കാരണം യാതൊരു മാറ്റം ഉണ്ടാവില്ല. ബട്ട് ഇറ്റ് ഇസ് എഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഈക്വൽ ടു മോഡുലസ് ഓഫ് b ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ, where d is equal to x1 minus x1 bar minus x bar, d2 is equal to x2 bar minus x bar. ഈ റിലേഷൻ ഉണ്ട്, ഇങ്ങനെ റിലേഷൻ ഉണ്ട്. എക്സ് ബാർ ഫൈൻഡ് ചെയ്യുന്നത് കമ്പൈൻഡ് മീനിൻ്റെ എക്സ് ബാർ ഫൈൻഡ് ചെയ്യുന്നത് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഓർക്കാം. ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് എന്താണ്, ഒരു സ്റ്റുഡൻറ്റ് തെറ്റിച്ച് എൻട്രി വരുത്തി, അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് ഇത് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്ന പോയിൻ്റ്, രണ്ട് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് ഒബ്സർവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഒബ്സർവേഷൻ വന്നിട്ടുണ്ട്. അരിത്തമാറ്റിക് യൂണിറ്റ് ബി a+b/2. രണ്ട് ഒബ്സർവേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? a-b/2. ഓർത്തെടുക്കണം, ഈക്വേഷൻ ഓർക്കണം. രണ്ട് ഒബ്സർവേഷൻ മാത്രം തന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗിവൺ ബൈ a-b/2. രണ്ടെണ്ണം a-b/2. ഓക്കെ, വേറെ അതിൻ്റെ മുന്നേ എന്തൊക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? a+b/2 റൂട്ട് ab 2ab ഡിവൈഡഡ് ബൈ ഹാർമോണിക് മീൻ്റെ കേസിൽ 2ab ഡിവൈഡ് ബൈ a+b. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് a-b/2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് a-b/2. രണ്ട് ഒബ്സർവേഷൻ കേസിൽ. ഇനി ഇതും ഇപ്പോൾ ക്വസ്റ്റ്യനായിട്ടും തിയറി ആയിട്ടും വരാറുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ n² - 1/12. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് റൂട്ട് ഓഫ് n² - 1 ഡിവൈഡഡ് ബൈ 12. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താൽ, ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് 2. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n? ഇക്വേഷനിൽ കൊടുക്കാം. 2 is equal to root of n² - 1/12. രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യുക. 4 is equal to n² - 1/12. 12 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 is equal to n² - 1. 1 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 49 is equal to n². n-ൻ്റെ വാല്യൂ +or -7 എന്ന് പറഞ്ഞിട്ട് ആൻസർ മാർക്ക് ചെയ്തത് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് ആണ്. അത് ഒരിക്കലും മൈനസ് വരില്ല. +7. യെസ് നിഖിൽ, നകുൽ കിഷോർ കേൾക്കാത്ത പേരാണല്ലോ. ഇൻ ദ സെൻസ് നമ്മളെ ചാറ്റിൽ വല്ലാതെ കണ്ടു പരിചയമില്ലാത്ത പേരാണല്ലോ നകുൽ. നേരത്തെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. യെസ്, എപ്പോഴാണ് ജോയിൻ ചെയ്തത് നകുൽ? എപ്പോഴാണ് ക്ലാസ്സിൽ വന്നിരുന്നത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എപ്പോഴാണ് വന്നത്? ജസ്റ്റ് കാഷ്വലി ചോദിക്കുന്നൊന്നുമല്ല കേട്ടോ. സാർ യെസ്റ്റർഡേ മാരത്തോൺ PDF പ്ലസ് ടുഡേ മാരത്തോൺ ഗ്രൂപ്പിൽ ഇന്നലെ അത് തുറക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ആക്ച്വലി ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. പക്ഷേ ഇന്നെന്തായാലും ഞാൻ ഇവിടുത്തെ പോകുന്ന സമയത്ത് ടെക്നിക്കൽ ടീമിൻ്റെ അടുത്ത് അത് ക്ലിയർ ചെയ്യാം. അത് ഒറ്റ PDF തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ PDF ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. If the mean and standard deviation of x are a and b respectively, what is the standard deviation of x minus a by b? What is the standard deviation of x minus a by b? ഷാഹിന ചോദിക്കുന്നുണ്ട് എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്ത് മറുപടി പറയണമെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. പിന്നെ ഷാഹിന ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എഷ്യോർഡ് മാർക്സൊക്കെ ചോദിക്കുന്നുണ്ട്. എഷ്യോർഡ് മാർക്സ് നമ്മൾ എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മാത്സിൽ നമ്മൾ എല്ലാ ടോപ്പിക്സും പറഞ്ഞു, സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, പ്ലസ് റീസണിങ് നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റി ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൽ എഷ്യോർഡ് മാർക്സാണ് ഷാഹിന ചോദിക്കുന്നത്. എഷ്യോർഡ് മാർക്സ് ഞാനൊന്നും പറയില്ല, കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഞാൻ പറയില്ല, എഷ്യോർഡ് മാർക്സ് ഞാൻ പറയില്ല. നമുക്ക് 2 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്രയും ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്.
ഈ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. അത് റീസണിങ്ങിൽ ഞാൻ പറഞ്ഞത്, രാവിലെ ഞാൻ റീസണിങ്ങിൽ പറഞ്ഞത് എല്ലാ ടൈപ്പ് ക്വസ്റ്റിനും റീസണിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മാർക്സിൻ്റെ ലെവൽ അതിൽ വരുന്നുണ്ട്. മാത്സ് നമ്മൾ പറയുന്ന കാറ്റഗറി ക്വസ്റ്റ്യൻ എടുത്താൽ തന്നെ ഒരു 10 to 15 മാർക്സിൻ്റെ സെക്ഷൻ നമ്മൾ എന്തായാലും അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട് മാത്സിൻ്റെ കേസിൽ. സ്റ്റാറ്റ് ഈ രണ്ട് ചാപ്റ്ററും കൂടെ ഏകദേശം നമ്മൾ എക്സാമിന് ഒരു 20 മാർക്സ് ഈ 2 ചാപ്റ്ററും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന സാധനങ്ങൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എക്സാമിന് വരികയാണെങ്കിൽ എല്ലാം കൂടെ ഇതിൽ നിന്ന് മാത്രമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു മാത്സിന് റീസണിങ് 15, മാത്സിൽ ഒരു 10-15 പ്ലസ് ഇതിൽ ഒരു 10 മാർക്കും കൂടെ കൂട്ടിയാൽ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 30-40 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്നും നമ്മൾ അത്രയും കണ്ടൻറ്റ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടുന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഐ ഡോണ്ട് മേക്ക് ഫോൾസ് ക്ലെയിംസ്. ഇത്ര മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ റെഗുലർ ബാച്ചിൽ 6 മാസം എൻ്റെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോലും ഞാൻ പറയാറില്ല. ഞാൻ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കാനുള്ള പഠിക്കാം. റിസൾട്ട് ഞാൻ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളല്ല. ഐ ഡോണ്ട് പ്രെഡിക്റ്റ്. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്താണ് ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. മോഡുലസ് ഓഫ് ബി ഞാൻ എന്താ എടുക്കാൻ പറഞ്ഞത്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് നമ്മൾ ഇക്വേഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താണ്? ചെറിയൊരു പ്രശ്നമുള്ള അവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് മനസ്സിലാവില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ ബിനെ നമ്മളൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് എക്സ് ബൈ ബി മൈനസ് എ ബൈ ബി. വൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ബി മൈനസ് എ ബൈ ബി. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താണ് മക്കളെ? 1 by b. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്താണ്? 1 by b ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് അഗെയിൻ ബി. 1 by b ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 1 എന്നുള്ള വാല്യൂ കിട്ടും. 1 എന്നുള്ള വാല്യൂ കിട്ടും. സംസാരിച്ച് ഐ ആക്ച്വലി ഫീൽ ടയർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നു. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വേരിയൻസ് ആണ് ചോദിച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിട്ട് വേരിയൻസ് ചോദിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് തമ്മിലുള്ള ബന്ധം എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ സ്ക്വയർ അല്ലേ? വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട്. ജിൻഷ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്ക് ജിൻഷ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നു, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഫൈൻഡ് ചെയ്യാം. എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഫൈൻഡ് ചെയ്യാം? മോഡുലസ് ഓഫ് ബി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ മോഡുലസ് ഓഫ് ബി 2 into 3 എടുക്കുന്ന സമയത്ത് 6 വരും. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 36 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താവും? 36 വരും. ഓക്കെ, ഇതൊക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് നമ്മൾ 1-2 ചെയ്തില്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിലൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ചോദിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ അരിത്തമാറ്റിക് മീൻ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കമ്പൈൻ മീനിൻ്റെ പ്രോബ്ലം ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ഇതൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ ചെയ്യുന്നില്ല. പ്രോപ്പർട്ടീസിലേക്ക് വരാം. പ്രോപ്പർട്ടീസിലേക്കല്ല, അടുത്ത സെക്ഷനാണ് കോട്ടൈൽ ഡീവിയേഷൻ ഓർ സെമി കോട്ടൈൽ റേഞ്ച് ഓർ സെമി കോട്ടൈൽ റേഞ്ച്, സെമി ഇൻ്റർ കോട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ സെമി കോട്ടൈൽ റേഞ്ച്. ഈ 2 പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കോട്ടൈൽ ഡീവിയേഷൻ ഓർ സെമി കോട്ടൈൽ റേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഡെഫിനിഷൻ. എന്താണ് സംഭവം എന്നുള്ളതാണ് പറയുന്നത്. ഹാഫ് ഓഫ് റേഞ്ച് ബിറ്റ്വീൻ കോട്ടൈൽസ്. കോട്ടൈൽസ് ഏതൊക്കെയാണ്? Q1 Q3 ഇതിൻ്റെ വാല്യൂ എടുത്തിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കുന്ന സാധനമാണ് എന്ത്? കോട്ടൈൽ ഡീവിയേഷൻ. സോ കോട്ടൈൽ ഡീവിയേഷൻ ഇസ് ഹാഫ് ഓഫ് റേഞ്ച് ബിറ്റ്വീൻ കോട്ടൈൽസ്. ഡെഫിനിഷൻ അറിയണം, എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഡെഫിനിഷനായിട്ടല്ല, എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അപ്പർ ആൻഡ് ലോവർ വാല്യൂ. ഇത് രണ്ടിൻ്റെ അപ്പർ വാല്യൂ ലോവർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഇത് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? റേഞ്ചിലും നമ്മൾ എഴുതിയിട്ടുണ്ട്. റേഞ്ച് ഓൾസോ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റേഞ്ചും എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എടുക്കുന്നുള്ളൂ. കോട്ടൈൽ ഡീവിയേഷൻ ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ആ തേർഡ് കോട്ടൈൽ മൈനസ് ഫസ്റ്റ് കോട്ടൈൽ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതും എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു പോയിന്റ് ശരിക്കും മനസ്സിലാക്കി വെക്കാം. ഇത് ശരിക്കും ഓർത്ത് വെക്കുക.
ഫോർ ഓപ്പൺ എൻഡഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ നമുക്ക് തരുന്ന ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാം. ഇതേപോലത്തെ സാധനം, ഇതാണ് സംഭവം. ബിലോ 30 എന്നിവിടെ കാണുന്നുണ്ട്, എബവ് 80 എന്ന് കാണുന്നുണ്ട്. ഇത്തരം ഡിസ്ട്രിബ്യൂഷൻസ് ബിലോ 30, എബവ് 80 ഇത് രണ്ട് സൈഡും ഓപ്പൺ എൻഡഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്പൺ എൻഡഡ് ഡിസ്ട്രിബ്യൂഷനിൽ വി ക്യാൻ ഓൺലി യൂസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ ഓപ്പൺ എൻഡഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഏത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് ഉപയോഗിക്കുക? ക്വാർട്ടൈൽ ഡീവിയേഷനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓൺലി കേസ് ഇത് ക്വാർട്ടൈൽ ഡീവിയേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനിയും നേരത്തെ കോമൺ ആയിട്ട് പറയുന്ന പോയിന്റ്സ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ചേഞ്ച് ഓഫ് എർത്ത്, ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഓഫ് സ്കെയിൽ. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് I is equal to മോഡുലസ് ഓഫ് ബിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് X. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, Q3 - Q1/2 എന്നുള്ളതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. Q3 - Q1/2. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ചോദിക്കുന്ന സമയത്ത് ജനറലി നമ്മൾ കോഎഫിഷ്യൻറ്റ് എപ്പോഴും ഇങ്ങനെയാണ് പഠിച്ചു വെക്കുക. അപ്പം അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1 × 100 എന്നും പലരും പഠിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ × 100 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനിൽ എന്ത് ഇക്വേഷൻ ഉണ്ട്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ × 100 എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ മീഡിയൻ്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താ? Q3 - Q1/2 ഡിവൈഡഡ് ബൈ മീഡിയൻ്റെ വാല്യൂ എന്താ? മീഡിയൻ എന്താണ്? മീഡിയൻ is equal to Q2. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു Q2. സോ അതിൻ്റെ മീഡിയൻ്റെ പ്ലേസിൽ Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഫോമിലേക്ക് മാറി വരും. ഇതൊക്കെ അതിൻ്റെ വേറെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരെണ്ണം ഓർക്കുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ ബൈ മീഡിയൻ × 100 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് നമുക്കറിയാം, Q3 - Q1/2 ആണ്. മീഡിയൻ്റെ സ്ഥലത്ത് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റീഅറേഞ്ച് ഈ ഫോമിലേക്ക് വരും. അൾട്ടിമേറ്റ്ലി നമ്മളത് അതിന് പിന്നെ മാറ്റാം. Q2 എന്ന് പറഞ്ഞാൽ എന്താ? Q3 - Q3 + Q1/2. Q2 is equal to what? Q3 + Q1/2. അതിൻ്റെ നടുവിൽ വരുന്ന വാല്യൂ അല്ലേ Q2? ദാറ്റ് ഈസ് ആൻ ആവറേജ് അല്ലേ? Q2 എന്നുള്ള എന്തിൻ്റെ ആവറേജാണ്? Q3 + Q1ൻ്റെ Q3 Q1ൻ്റെ ആവറേജ് ആണ് Q2. സോ അതിന് നമുക്ക് എങ്ങനെ എടുക്കാം? Q3 + Q1/2 എന്ന് എടുക്കാം നമുക്ക് Q2നെ. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക് വരും. സോ ഇത് ഓർക്കണം, ഈ ഫസ്റ്റ് ഇക്വേഷനും ലാസ്റ്റ് ഇക്വേഷൻ പൊതുവെ എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഇക്വേഷൻ കൂടെ ഓർക്കണം, അത് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇതൊന്ന് ഫൈൻഡ് ചെയ്തേ, 3 വാല്യൂ ഒന്നു. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ചെയ്തിട്ടുണ്ടല്ലോ, ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെറിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് തരുന്നതാണ്, സോ ദാറ്റ് ഐ ക്യാൻ റിലാക്സ് ഫോർ സം ടൈം. സൗണ്ട് പോകുന്നുണ്ട്, അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് അവിടെ. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/2 നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആൻസർ. പിന്നെ അതാ വന്നിട്ടുണ്ടല്ലോ, ഒരു മിനിറ്റ്. എന്തോ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് വായിക്കട്ടെ കേട്ടോ. കുറേ നേരം നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. സാറ് സങ്കടമാണ്, ഇൻസ്റ്റയിൽ മിസ്സിനെ കണ്ടു, മിസ് ഒരാൾക്ക് എന്താണ് അവിടെ എഴുതുന്നത്? എനിക്കത് എന്താ വാക്ക് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്താണ് എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമെന്ന് വായിച്ചോ കേട്ടോ. ഞാൻ നല്ല വിഷമത്തിലാണ്, കരയുകയാണ്. സാറ് സപ്പോർട്ട് നിൽക്കാൻ പറഞ്ഞല്ലോ, നന്ദി. ഇനി ആ മിസ് വേണ്ട, ബൈ. ഓക്കെ, അപ്പോൾ ആൾ പോവാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ബൈ പറഞ്ഞേക്ക്. ആ പറഞ്ഞ എന്താണെന്നുള്ള ആ വാക്കൊന്ന് വായിക്കാൻ പറ്റണം, ഒന്ന് വായിച്ച്
പ്രോബ്ലം ചെയ്യുന്ന ആളുകൾക്ക് പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാം. വെറുതെ ടൈം പാസിന് ആരും വന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ എന്താണെന്നുള്ളത് നോക്കിയിട്ടൊന്ന് മറുപടി പറയാം. എന്താ എഴുതിയെന്നൊന്ന് പറയണേ. മുത്ത് മറ്റേ ഇതിലുള്ള മോഹൻലാലിൻ്റെ പണ്ടത്തെ ഒരു ഫിലിമിലല്ലേ, എന്തെങ്കിലും ഫിലിമിൻ്റെ പേര് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാവും ഫിലിം കണ്ട ഡയലോഗൊക്കെ ഓർക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പണ്ടൊക്കെ പ്രൈവറ്റായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇൻസ്റ്റയിലൊക്കെ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ട വെറുതെ വിഷമാവില്ലേ, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കണ്ട് വിഷമിക്കൂലേ. അപ്പോൾ നമ്മൾ നമുക്ക് ഇവൻ മുത്തുകാവ് മീൻസ് കിസ് ആരോ പറയണ്ടല്ലോ, ഇവൻ ഇന്നലെയും ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ ഐഡൻറ്റിറ്റി മനസ്സിലാകില്ല എന്ന് കരുതിയിട്ട് ചാറ്റ് മൈൻഡാക്കണ്ട. ഓക്കെ, കുഴപ്പമില്ല. നമ്മളെന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കും. ഇടയ്ക്ക് ഇതേപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് നല്ലതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലേ ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇറ്റ്സ് എ ഫോം ഓഫ് എൻ എൻ്റർടൈൻമെൻറ്റ്. ഇടയ്ക്ക് ഇതേപോലെ ആൾക്കാർ വരുമ്പോൾ അതേപോലെ കമൻസും ഡയലോഗ്സൊക്കെ വരുമ്പോൾ ക്ലാസ്സിൽ ഉറക്കം വരുന്ന പ്രോബ്ലമൊക്കെ ചെയ്ത് ഭ്രാന്തായി ബോറായി അല്ലെങ്കിൽ ആകെ തലയിൽ കൂടെ ഒക്കെ പോകുമായിരിക്കുന്ന ആളുകൾക്ക് ഒരു തരം റിലാക്സേഷനായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകണ്ട. നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മൾ മൈൻഡ് ഫോക്കസ് ചെയ്യേണ്ട. ജസ്റ്റ് സീഡ് ആസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഇത് ലൈവിൽ സ്ഥിരം വരുന്നതാണ്. നമ്മൾ ഇതേപോലത്തെ ഏത് യൂട്യൂബ് ലൈവ് വന്നാലും സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് എ ഫോം ഓഫ് എൻ എൻ്റർടൈൻമെൻറ്റ്. നമ്മളത് വായിക്കുക, ചിരിക്കുക, ജസ്റ്റ് ഹാവ് ഫൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് വീണ്ടും നമ്മൾ ഈ സർക്കസിലൊക്കെ കോമാളികൾ വരല്ലേ, സർക്കസിൽ കോമാളികൾ കാണല്ലേ, ഈ ഊരി പോകുന്ന ട്രൗസറൊക്കെ ഇട്ട് വരും. എന്നിട്ട് അവർ ട്രംബോളിൻ കയറുന്ന സമയത്ത് ട്രൗസർ ഊരി പോകും. അപ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കും. ഇതേപോലെ ഒരു ആൾക്കാർ വരുന്നില്ല, അതേപോലെ ആളുകളായിട്ട് കണ്ടാൽ മതി. ജസ്റ്റ് സീ ഇറ്റ് ആസ് എ ഫണ്ണായിട്ട് ജസ്റ്റ് കാണുക. അത് കഴിയുമ്പോൾ ആൾക്കാർ വീണ്ടും എന്തിലേക്ക് വരും, സീരിയസ് ആക്ടിലേക്ക് വരും. സോ ഫൺ ടൈം ഈസ് ഓവർ. ഞാൻ നേരത്തെ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഫൺ ടൈം ഈസ് ഓവർ. കം ബാക്ക് ടു ദ റിയൽ ലൈഫ്. റിയൽ ലൈഫ് എന്താണ്? എക്സാം ഒരാഴ്ച ഉള്ള എക്സാമിന്, ദാറ്റ് ഈസ് റിയൽ ലൈഫ്. റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. മുത്തുകൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഓപ്പൺ എൻഡഡ് ഡാറ്റ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഫൈൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു. നമ്മൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആക്ച്വൽ പ്രോബ്ലം വീണ്ടും ചെയ്യൂല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി ചെയ്തില്ലേ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ ക്വാർട്ടൈൽസ് എല്ലാം ഫൈൻഡ് ചെയ്തു. ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ Q1 എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം, Q3 എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന് അറിയാം. ആകെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, ഇത് പുതിയതായിട്ട് ഇക്വേഷൻ ഉപയോഗിക്കാൻ എന്താ ഉള്ളൂ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1/2. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 മൈനസ് Q1/2 എന്ന രീതിയിൽ നമ്മൾ അതിന് കണക്ട് ചെയ്തെടുത്താൽ Q1 Q3 നമുക്കറിയാം. ജസ്റ്റ് Q3 മൈനസ് Q1/2 മാത്രമേ ചെയ്യാനുള്ളൂ. അത് ചെയ്താൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഓപ്പൺ എൻഡഡ് ഡാറ്റ. ക്വസ്റ്റ്യനിൽ ഓപ്പൺ എൻഡഡ് ഡാറ്റ വന്നാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഫൈൻഡ് ദി അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നാണ് അവിടെ ഉണ്ടാവുക. അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യണം, Q3 ഫൈൻഡ് ചെയ്യുക, Q1 ഫൈൻഡ് ചെയ്യുക. പ്രൊസീജിയറൊക്കെ നേരത്തെ പഠിച്ചതാണ്, വീണ്ടും പറയിപ്പിക്കരുത്, പഠിച്ചതാണ്. അപ്ലൈ ചെയ്യുക, വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, X and Y റിലേറ്റഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഒക്കെ എടുത്ത പോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണ്, മോഡുലസ് ഓഫ് ബി ഇൻറ്റു ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് എക്സ്. ഇങ്ങനൊരു കേസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ സമയമില്ല. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, അത് വിടാം. ഓക്കെ, ഏറാം. അപ്പോൾ ഒരു ചാപ്റ്ററും കൂടെ നമ്മളിപ്പോൾ മാത്സിലെ സ്റ്റാറ്റിയിലെ 2ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ വലിയ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മെട്രിക്സിൻ്റെ കാര്യം ഇവർക്ക് ഇപ്പോഴും ആ മറുപടി കാര്യം കൊടുത്തില്ലേ. മെട്രിക്സ് നമ്മളെ സിലബസിലില്ല മാഡം. ഷഫ്സ, അസീസ്, ഇതല്ല അവർ ചോദിക്കുന്ന ജെന്യൂൻ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. കാരണം പ്രീവിയസ് ഇയർ സ്കാനർ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന അവിടെ മെട്രിക്സ് കാണുന്നുണ്ട്. മെട്രിക്സ് ഔട്ട് ഓഫ് സിലബസ് ആണ്, അത് ഔട്ട്ഡേറ്റഡ് ആണ്. മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് ഔട്ട്ഡേറ്റഡ്, ഔട്ട് ഓഫ് സിലബസ് ആണ്. അത് ഇനി ഉണ്ടാവില്ല കേട്ടോ. മെട്രിക്സ് പഠിക്കേണ്ട, ഔട്ട് ഓഫ് സിലബസ് ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഒരു ചാപ്റ്ററും കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സമയം 1.5 മണിക്കൂർ കൂടെ സമയം നമ്മുടെ കയ്യിലുണ്ട്. എടുക്കാൻ പറ്റുന്നത് നമ്മൾ എടുക്കാം. 9 മണി വരെയാണ് ഇവിടുത്തെ ഡെഡ് ലൈനാണ്. 9 to 9, 12 മണിക്കൂറാണ് യൂട്യൂബ് ലൈവിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ആ കപ്പാസിറ്റി ആവുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് പിന്നെ അവർ തന്നെ വന്നിട്ട് നിർത്തും. 9 മണിക്ക് ശേഷം പിന്നെ പോകില്ല. അപ്പോൾ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു, സ്റ്റാറ്റിയിലെ 2 ചാപ്റ്റർ എടുത്തു, വി ഹാവ് ഡൺ ഇറ്റ്.
സെലക്റ്റഡ് അല്ല, ചാപ്റ്റർ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്, വലിയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. റാൻഡം എക്സ്പെരിമെൻറ്റ്, പ്രോബബിലിറ്റിയിലെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തത്, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, ഡോക്യുമെൻ്റ് മാറിപ്പോയെന്നാണ്. റാൻഡം എക്സ്പെരിമെൻറ്റ് നമുക്ക് റിസൾട്ട് പ്രത്യേകിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസ്, എക്സ്പെരിമെൻറ്റ് ഡിഫൈൻഡ് ദ റിസൾട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ചാൻസ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കോയിൻ ടോസ് ചെയ്യുന്നു, അതിൽ ഹെഡ്സ് വരാം, ടെയിൽസ് വരാം, അതെന്താണ്? റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ്. പിന്നെ അതിൽ ഓരോരോ ജസ്റ്റ് ചില മെയിനായിട്ടുള്ള വാക്കുകൾ മാത്രം പറയാണ്. ആൻഡ് ഈവൻ്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെയും ചെറുതാക്കാൻ പറ്റാത്ത ഈവൻസിനാണ് സിമ്പിൾ ഈവൻസ് എന്ന് പറയുന്നത്. പിന്നെയും ചെറുതാക്കാൻ പറ്റാത്ത ഈവൻസ്, ജെംസ് മുട്ടായില്ലേ, ജെംസ് അത് സിമ്പിളാണ്, പിന്നെയും ചെറുതാക്കാൻ കഴിയില്ല. അല്ല അതിലും ചെറുതാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ചില ആൾക്കാർ. ജീരകം മുട്ടായി അതിലും ചെറുത്, അതിലും ചെറുതാക്കാൻ പറ്റാത്ത സാധനം സിമ്പിൾ. നേരെ മറിച്ച് വലിയൊരു ഡയറി മിൽക്ക് സിൽക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കുറേ ആൾക്കാർക്ക് കൊടുക്കാം. അതതിൻ്റെ അപ്പോൾ അത് വെൻ ഈവൻ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മോർ ഈവൻസ്, ഇൻ ഈവൻ വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മോർ ഈവൻസിൻ്റെ പേര് കോമ്പോസിറ്റ് എന്നാണ്. സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് അത് കോംപ്ലക്സ് എന്ന് പറയരുത്. സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് വെർബലി ഇംഗ്ലീഷ് ലാംഗ്വേജ് സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് കോംപ്ലക്സ് എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള പ്രോബബിലിറ്റിയിൽ സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് കോമ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ്. തിയറി ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതിന് കോമ്പോസിറ്റ് ഈവൻറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഈവൻറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരം ഈവൻസിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുക? ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. നിങ്ങൾ പറയണ്ടേ ഇവിടെ അടി ഉണ്ടാക്കുമ്പോൾ, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ, എന്ത് രണ്ടിലൊന്നും തീരുമാനമാക്കണം. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്ന് പറയല്ലേ, അപ്പോൾ അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആരെങ്കിലും ഒരാളെ വരുള്ളൂ, രണ്ടാൾ ഒന്നിച്ച് വരില്ല, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇൻ്റർസെക്ഷൻ 0 ആവും. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് പറഞ്ഞ പോലെ ഹെഡ്സ് ടെയിൽസ് ഇത് രണ്ടാണ് ഔട്ട്കം. ഇത് രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട്കംസിൻ്റെ സമ്മറി ആയി, അല്ലെങ്കിൽ സം ഓഫ് ഔട്ട്കംസ് ഇത് ആഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിട്ട് വരും. ഇങ്ങനത്തെ ഈവൻസിനാണ് എക്സോസ്റ്റീവ് ഈവൻസ് എന്ന് പറയാം. ഇനി ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി, ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്ന സാധനം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പ്രോബബിലിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻസിൻ്റെ ബേസ് അല്ല കാര്യമായിട്ട് വരിക, ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കാര്യമായിട്ട് വരിക. അപ്പോൾ ലോജിക്കൽ ബേസ്ഡ് കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ റഹ്മത്ത് സലീം, നിങ്ങൾ എന്നെ മറുപടി കൊടുക്കട്ടെ, ഞാനൊക്കെ ഇതിന് മറുപടി കൊടുക്കാൻ തന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ സമയം കിട്ടില്ല. ഓക്കെ, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഈവൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻസ് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ ഈവൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻസ് ആണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്നു, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് വെൻ 2 അൺബയസ്ഡ് കോയിൻസ് ആർ ടോസ്ഡ് സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ 2 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് ചെയ്ത ഹെഡ് ടെയിൽ എഴുതി, ഹെഡ് ടെയിൽ എഴുതി, ടെയിൽ ഹെഡ് എഴുതി, ടെയിൽ. ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഔട്ട്കംസ് എല്ലാം കൂടെ നിരത്തി വെക്കുന്ന സാധനമാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ആ സാമ്പിൾ സ്പേസ് എഴുതിയതിൽ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്, ഒരു ഹെഡ് മാത്രമായിട്ട് വേണം. അപ്പോൾ ഒരു ഹെഡ് കിട്ടുന്ന കേസ് എത്ര ഉണ്ട് ഇവിടെ? ഇതും 1, 2. അപ്പോൾ നമ്മുടെ ആൻസർ എന്തോ 2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ 2 ഡിവൈഡ് ബൈ 4, ആൻസർ 1/2 0.5 വരും. ഇതാണ് പ്രോബബിലിറ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി what is the chance of getting at least one defective if 3 items are drawn randomly from a lot containing 6 of them, of which 2 are defective items? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഡിഫക്റ്റീവ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഡിഫക്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്താണ്? ഓൾ മൈനസ് നൺ. അറ്റ്ലീസ്റ്റ് വൺ ചെയ്യുന്ന രീതി എന്താണ്? ഓൾ കേസസ് മൈനസ് നൺ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാവുന്ന കേസ് 6 items ആണുള്ളത്, 6 പ്രൊഡക്ട്സ് ആണുള്ളത്. 6 പ്രൊഡക്ട്സിൽ നിന്ന് എത്ര സെലക്ട് ചെയ്യണം? 3 സെലക്ട് ചെയ്യണം. അപ്പോൾ 6 3 സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾ പോസിബിൾ സെലക്ഷൻ എന്താണ്? 6C3. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ കണ്ടിന്യൂഷനാണ് പ്രോബബിലിറ്റി. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നമ്മൾ സെലക്ഷൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? കോമ്പിനേഷൻസ്. അപ്പോൾ 6 3 സെലക്ട് ചെയ്യുമ്പോൾ 6C3.
അതിൽ ഡിഫക്റ്റീവ് അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നോ ഡിഫക്റ്റീവ്. ഇപ്പോൾ നമ്മൾ ഈ 6 എത്ര ഡിഫക്റ്റീവ് ഉണ്ട്? 2 ഡിഫക്റ്റീവും 4 നോൺ ഡിഫക്റ്റീവ്. അപ്പോൾ നമ്മൾ നണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് അല്ലാത്തതെന്നും 3 സെലക്ട് ചെയ്യണം. ഡിഫക്റ്റീവ് അല്ലാത്ത എത്ര ഉണ്ട്? 4. ഇതൊന്ന് 3 സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പോസിബിൾ സെലക്ഷൻ മൈനസ് നോൺ ഡിഫക്റ്റീവ് എന്നുള്ള സെലക്ഷനാണ് ഇവിടെ അറ്റ്ലീസ്റ്റ് 1 കേസായിട്ട് വരിക. ഇതിൻ്റെ വാല്യൂ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഫൈൻഡ് ചെയ്യുക. 63 - 4C3 വാല്യൂ 654 divided by 123, 6 into 5 into 4 divided by 123. 63 വാല്യൂ 654 divided by 123 ഇന്നലെ പറഞ്ഞതല്ലേ. 6 into 5 into 4 divided by 1 into 2 into 3. 6 and 6 ക്യാൻസൽ ആവും. 5 into 4 20. 4C3 വാല്യൂ എന്ന് പറഞ്ഞാൽ 4C1 ആണ് ഈക്വൽ ടു 4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര? 16 ആണ് വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു 16. ഇതാണ് ഫേവറബിൾ കേസ്. ഇതാണ് ഫേവറബിൾ കേസ്. ഇപ്പോൾ ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടലാണ് പ്രോബബിലിറ്റി. ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ എന്താ? 63 വാല്യൂ 20. അപ്പോൾ ആൻസർ എത്ര നോക്കിയാൽ 16/20 വാല്യൂ 0. ഇത് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ? എൻ്റെ കൂടെ ചെയ്യുന്നില്ല? പ്രോബബിലിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയില്ല. നേരത്തെ തന്നെ ആൻസർ 0.5 വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള വാല്യൂ വരുന്നുണ്ടോ? യെസ്, 0.8. ചെയ്യുന്നത് മനസ്സിലാക്കണേ. പ്രോബബിലിറ്റി നമ്മൾ മുന്നത്തെ ചാപ്റ്റർ പോലല്ല. മുന്നത്തെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ കാര്യമായിട്ട് ലോജിക് ഒന്നുമില്ല. എന്താണ് പ്രൊസീജിയർ എന്ന് അറിയണം, ഇക്വേഷൻ എന്താണെന്ന് അറിയണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ മാറി പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ വരുമ്പോൾ ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ലോജിക്കൽ ബേസ്ഡ് ചാപ്റ്റർ ആണ്. ക്ലാസിക്കൽ ഡെഫിനിഷൻ മാത്രം അവിടെ കാര്യമായിട്ട് വരിക. ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ. ഫേവറബിൾ എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യൻ ഓരോരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ഇപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന രീതി അതാണ്. അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ ഓൾ കേസസ് മൈനസ് നൺ. ഓൾ കേസസ് മൈനസ് നൺ. ഓൾ മൈനസ് നൺ അറ്റ്ലീസ്റ്റ് 1. ഒരു കേസ് പോലും ഡിഫക്റ്റീവ് വരാത്ത കേസ് ടോട്ടൽ കേസിന് മൈനസ് ചെയ്താൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ഡിഫക്റ്റീവ് വരുന്ന കേസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് 63 - 4C3 ചെയ്യുമ്പോൾ ഫേവറബിൾ കേസ് കിട്ടി. 4C3 എന്തുകൊണ്ടാണ് എടുത്തത്? ഡിഫക്റ്റീവ് ആയത് 2, ഡിഫക്റ്റീവ് അല്ലാത്ത 4. അപ്പോൾ ഡിഫക്റ്റീവ് അല്ലാത്തതിൽ നിന്ന് 4 സെലക്ട് ചെയ്യുമ്പോൾ 4C3 ആണ് സെലക്ഷൻ വരിക. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഓക്കെ. If two unbiased dice are rolled, what is the probability of getting no difference of points? Solutions കുറേ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പെട്ടെന്ന് പറഞ്ഞു പോവാം. നോ ഡിഫറൻസ് ഓഫ് പോയിന്റ്സ് 1 1 2 2 3 3 4 4 5 5 6 6 ഇങ്ങനെയാണ് നോ ഡിഫറൻസ് ഓഫ് പോയിന്റ്സ്. അങ്ങനെ എത്ര ഉണ്ട്? 6. സോ പ്രോബിലിറ്റി എന്താ? ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ 6/36. ഇതിൻ്റെ വാല്യൂ 1/6. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ കാണാം. നോ ഡിഫറൻസ് ഓഫ് പോയിന്റ്സ് പറഞ്ഞാൽ നമ്മൾ ഡൈസ് എറിയുമ്പോൾ 1 1 2 2 3 3 4 4 5 5 6 6 ഇങ്ങനെ വരുന്ന കേസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10 balls are numbered 1 to 10 in the box. If one of them is selected at random, what is the number printed on the board? Be an odd number greater than 4. ഓഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 4. ഏതൊക്കെ നമ്പേഴ്സ് വരാം? 5 7 9 അല്ലേ? 10 കൂടുതൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 4 ഏതൊക്കെ വരിക? 5 7 9. അങ്ങനെ എത്ര കേസ് ഉണ്ട്? 3 കേസ്. സോ പ്രോബബിലിറ്റി എന്താ വരിക? ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ 3/10.3. ഇത് ചെയ്യേണ്ട. ഇത് ക്വസ്റ്റ്യൻ സിമ്പിൾ ടഫായിട്ടൊന്നല്ല, സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ വിടുകയാണ്. എ ബാഗ് കണ്ടെയ്ൻസ് 12 balls which are numbered from 1 to 12. If a ball is selected at random, what is the probability the number of ball will be multiple of 5 or 6? ക്വസ്റ്റ്യൻ എന്താണ്? 5 or 6. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് ഏതൊക്കെയുള്ളത്? 5 ഉം 10ഉം. 6ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ വരുന്നത്? 6 ഉം 12. അപ്പോൾ ഫേവറബിൾ കേസ് എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ 12. 4/12 1/3. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ? പറഞ്ഞു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 7. If it is given that a family of 2 children has a girl, what is the probability that the other child is also a girl? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാമിലി ഓഫ് 2 children, 2 ആൾക്കാർ വരുന്ന ഒരു ഫാമിലി. അതിൽ എങ്ങനെയൊക്കെ വരാം? ഇതിൽ വാട്ട് ഈസ് എ ഫാമിലി ഓഫ് 2 children ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് എ ഫാമിലി ഓഫ് 2 children ഹാസ് എ ഗേൾ. അപ്പോൾ ആദ്യത്തെ ചൈൽഡ് ഗേൾ ആവാം, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗേൾ വരാം. ആദ്യത്തെ ചൈൽഡ് ഗേൾ ആവാം, അതിൻ്റെ കൂടെ ഒരു ബോയ് വരാം. ആദ്യത്തെ ചൈൽഡ്
വേറെ ആരെങ്കിലും ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ചൈൽഡ് സെക്കൻഡ് ചൈൽഡ്, ഫസ്റ്റ് ചൈൽഡ് സെക്കൻഡ് ചൈൽഡ്. അപ്പോൾ ഫസ്റ്റ് ചൈൽഡ് ഗേൾ ആവുന്ന സമയത്ത് സെക്കൻഡ് ചൈൽഡ് ഗേൾ ആവാം, സെക്കൻഡ് ചൈൽഡ് ബോയ് ആവാം. ഇനി ഫസ്റ്റ് ചൈൽഡ് ഇതിൽ ഒന്ന് ഗേൾ വരണം, അപ്പോൾ സെക്കൻഡ് ചൈൽഡ് ഗേൾ ആവാം, ഫസ്റ്റ് ചൈൽഡ് ബോയ് ആവാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്ന് ഗേളാന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്രാമത്തെ ചൈൽഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അത് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെക്കൻഡ് കോയിൻ ഷോസ് എ ടെയിൽ ഗിവൺ ദാറ്റ് ദ ഫസ്റ്റ് കോയിൻ ഷോസ് എ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ എടുക്കുന്ന കേസിൽ ഫസ്റ്റ് സാധനം എന്ത് വരണം? ഹെഡ് വരണം. ഇവിടെ നമ്പർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആവും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെക്കൻഡ് കോയിൻ വുഡ് ഷോ എ ടെയിൽ ഗിവൺ ദാറ്റ് ദ ഫസ്റ്റ് കോയിൻ ഷോസ് എ ഹെഡ്. അപ്പോൾ ഫസ്റ്റ് കോയിൻ നമ്പർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, ആദ്യത്തെ കോയിൻ ഹെഡ് ആവണം. ഇനി മുന്നത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. മുന്നത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇൻ എ ഫാമിലി ഓഫ് ടു ചിൽഡ്രൻ ഹാസ് എ ഗേൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഫസ്റ്റ് ചൈൽഡാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ചൈൽഡ് ആവാം, സെക്കൻഡ് ചൈൽഡ് ആവാം. ഇപ്പോൾ ഗേള് ഫസ്റ്റ് ചൈൽഡ് ആവാം, സെക്കൻഡ് ചൈൽഡ് ആവാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 3 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരും. ഫസ്റ്റ് ഗേള്, സെക്കൻഡ് ബോയ്, ഫസ്റ്റ് ഗേള്, സെക്കൻഡ് ബോയ്. അത് സെക്കൻഡ് ഗേളും ഫസ്റ്റ് ബോയ് ആയിട്ടും വരാം. ഒരു ഗേള് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ദർ ആർ 3 പോസിബിൾ കേസസ്. അപ്പോൾ അതിൽ നമ്മൾ ചോദ്യം എന്താ? വാട്ട് അതർ ചൈൽഡ് ഇസ് ഓൾസോ ഗേൾ. അപ്പോൾ ആൻസർ എന്താ വരിക അതിൽ? ഇതിൻ്റെ ആൻസർ എന്താ? 7ൻ്റെ ആൻസർ എന്താ വരിക? 7ൻ്റെ ആൻസർ ഇൻ എ ഫാമിലി വാട്ട് ഇസ് ദ അതർ ചൈൽഡ് ഇസ് ഓൾസോ ഗേൾ. ഒന്ന് ഗേൾ ആവണം, രണ്ടാമത്തെ ഗേൾ ആവുന്ന പ്രോബബിലിറ്റി ഫേവറബിൾ എത്ര ഉള്ളത്? 1, ടോട്ടൽ 3. ഇപ്പോൾ 1/3. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനിലോ? ഈ ക്വസ്റ്റ്യന് ഫുള്ള് വായിച്ചേ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 coins are closed simultaneously. What is the probability that second coin would show a tail? Second coin should show a tail. അപ്പോൾ ഫസ്റ്റ് കോയിൻ ഹെഡ് ആവണം നിർബന്ധമാണ്. ഇപ്പോൾ സെക്കൻഡ് കോയിൻ ടെയിൽ ആവാം, ഹെഡ് ആവാം. ഇപ്പോൾ ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി സെക്കൻഡ് കോയിൻ വുഡ് ഷോ എ ടെയിൽ ഗിവൻ ദാറ്റ് ദ ഫസ്റ്റ് കോയിൻ ഷോസ് എ ഹെഡ്. അപ്പോൾ അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്താ വേണ്ടത്? സെക്കൻഡ് കോയിൻ എന്താവണം? ടെയിൽ ആവണം. ഇപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ളത് ഏതാ? ഇത്. ടോട്ടൽ എത്ര ഉണ്ട്? 2. ആൻസർ എന്താ? 1/2, 0.5. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കുക. ഇതാണ് പ്രോബബിലിറ്റീൻ്റെ പ്രത്യേകത. പ്രോബബിലിറ്റിയിൽ ഓരോ ക്വസ്റ്റ്യനും ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്താ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലായി ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അധികം ഉണ്ടാവില്ല. പക്ഷെ എടുക്കുന്ന അപ്രോച്ച് തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ മാറും. ഓക്കെ, അപ്പോൾ അത് കെയർഫുൾ ആണോ ചെയ്യുമ്പോൾ? പ്രോബബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാം. ബാക്കി നമ്മളിപ്പോൾ പറയുന്ന ബാക്കി ചാപ്റ്റേഴ്സായിട്ട് ചെറിയൊരു വേരിയേഷൻ ഉള്ളൊരു ചാപ്റ്ററാണിത്. ഇപ്പോൾ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ഞാൻ ഒരു കേസ് പോലും ഒരു ക്വസ്റ്റ്യനിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ബി കെയർഫുൾ എന്ന്. പക്ഷെ ഇവിടെ ഞാൻ പറയും പ്രോബബിലിറ്റിയിൽ ഒന്ന് കെയർ ചെയ്ത് ചെയ്യുമ്പോൾ കെയർ ചെയ്യണം. എടുക്കുന്നത് ചെറിയ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ മാറിപ്പോവും. ഇത് മിക്കവാറും ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ ഞാനങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ ആൻസർ 2/7 എന്ന് വിളിച്ചറിയുന്നേക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ സെലക്ടഡ് അറ്റ് റാൻഡം വുഡ് കണ്ടെയ്ൻ 53 സാറ്റർഡേയ്സ് എന്ന ക്വസ്റ്റ്യൻ. അധികം ആളുകൾക്കും ഇതിൻ്റെ സൊല്യൂഷൻ അല്ല ഇതിൻ്റെ ആൻസർ പല ആളുകൾക്കും അറിയാം എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ലീപ്പ് ഇയറിൻ്റെ ബേസ് ചെയ്ത് വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യണം എന്ന ബേസ് ചെയ്തിട്ട് ഒരൊറ്റ എക്സ്പ്ലനേഷൻ ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ആൻസർ പല ആളുകൾക്കും 2/7 ആണെന്ന് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. പല ആളുകൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ 2/7 എന്ന് പറയും. ലീപ്പ് ഇയർ എന്നുണ്ടപ്പോൾ 2/7 എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 360 എത്ര ദിവസം ഉണ്ട് നോർമൽ ഇയറിൽ? 365 ഡേയ്സ് ആണ് നോർമൽ ഇയർ വരിക. അപ്പോൾ നമ്മൾ ഈ 365 ഡേയ്സിനെ 52 × 7 അടിച്ചാൽ 52 ആഴ്ച നമ്മൾ അടിച്ചാൽ 52 ആഴ്ച അടിച്ചു കഴിഞ്ഞാൽ 52 × 7 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 364 ദിവസമാണ് അല്ലേ? അപ്പോൾ 364 ദിവസമാണ് 52 വീക്സ് എന്നുള്ളത് 364 ദിവസമാണ്. ഇതിലേക്ക് ഒരു എക്സ്ട്രാ ഡേയും കൂടെ വരുന്നതാണെന്ത്? നമ്മൾ സാധാ വർഷം തന്നെ നോർമൽ ഇയർ. ഒന്ന് മനസ്സിലാക്കിയെടുക്കാം.
നോർമൽ ഇയറും ലീപ്പ് ഇയറിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത്ര മാത്രമേ അതിലാകെ മനസ്സിലാക്കാനുള്ളൂ. അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. സാധാരണ വർഷം 52 ആഴ്ച ഉണ്ട്. യു ഹാവിങ് 52 വീക്സ് ഇൻ എ ഇയർ, 52 വീക്സ് ഇൻ എ ഇയർ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 364 ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രാ ഡേ എല്ലാ വർഷവും ഉണ്ട്. ഇതുകൊണ്ടാണല്ലോ നമ്മൾ കലണ്ടർ ഇങ്ങനെ കൊല്ലം മാറ്റുന്നത് വരുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, വർഷം ഒരു ദിവസം എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ദിവസം അത് എന്താവാം? സൺഡേ ആവാം, മൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, വെനസ്ഡേ ആവാം, തേഴ്സ്ഡേ ആവാം, ഫ്രൈഡേ ആവാം, സാറ്റർഡേ ആവാം. ഏതെങ്കിലും ഒരു ദിവസം ആവാം ഈ എക്സ്ട്രാ വരുന്ന ദിവസം. ഇത് നോർമൽ ഇയറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലീപ്പ് ഇയർ വന്നാലോ ഒരു ദിവസം കൂടെ ഉണ്ടാവും. ലീപ്പ് ഇയറിൽ എത്ര ദിവസമുള്ളത്? നോർമൽ ഇയറിൽ തന്നെ 365 ദിവസമുണ്ട്. ലീപ്പ് ഇയറിൽ എത്ര ദിവസമുള്ളത്? 366 ഡേയ്സ് ആട്ടോ ലീപ്പ് ഇയറിലുള്ളത്. ഒരു ദിവസം കൂടെ എക്സ്ട്രാ വരും. ആ ഒരു ദിവസം എക്സ്ട്രാ വരുന്നത് എന്ത് വരണം? ഇത് സൺഡേ ആണെങ്കിൽ, ഇവിടെ സൺഡേ ആണെങ്കിൽ അവിടെ എന്ത് വരും? മൺഡേ വരും. ഇവിടെ മൺഡേ ആണെങ്കിൽ ഇവിടെ ട്യൂസ്ഡേ. ഇതിങ്ങനെ ഞാൻ ഫുൾ ചെയ്തിട്ടുണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഫ്രൈഡേൻ്റെ സമയത്ത് ഇവിടെ ഒരു സാറ്റർഡേ ഉണ്ടാവും, സാറ്റർഡേൻ്റെ സമയത്ത് സൺഡേ ഉണ്ടാവും. ഇവിടെ അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ചോദ്യം ഇതിങ്ങനെ ഒരു കാര്യം ഞാൻ ഫുൾ ചെയ്താം. ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഇങ്ങനെ. അപ്പോൾ ആ 62 വീക്സ് കൂടാതെ 2 അഡീഷണൽ ഡേയ്സ് എവിടെ ഉണ്ടാവും? ലീപ്പ് ഇയറിലുണ്ടാവും. ലീപ്പ് ഇയറിൽ 2 അഡീഷണൽ ഡേയ്സ് വരും. ഈ 2 അഡീഷണൽ ഡേയ്സിൽ നമ്മളെ ചോദ്യം എന്താണ്? ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇസ് ദ പ്രോദർ ലീപ്പ് ഇയർ സെലക്ടഡ് റാൻഡം വുഡ് കണ്ടെയ്ൻ 53 സാറ്റർഡേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 52 ദിവസം കൂടാതെ വരുന്ന ദിവസം ഇവിടെ ഒരു സാറ്റർഡേ വരുന്നുണ്ട്, ഇതിലൊരു സാറ്റർഡേ വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു സാറ്റർഡേ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ എടുക്കുന്ന 7 കോമ്പിനേഷൻസ് ഉണ്ട്. ആ 7 കോമ്പിനേഷൻസിൽ 2 കേസിൽ എന്ത് വരുന്നുണ്ട്? എക്സ്ട്രാ സാറ്റർഡേസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് 53 സാറ്റർഡേ ആണ് ചോദിക്കുന്നത്. സോ ഓൾറെഡി 52 എണ്ണം ഇവിടെ തരുമ്പോൾ തന്നെ 52 ആയിട്ടുണ്ട്. 52 വീക്സിൽ 52 ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ വരുന്ന 2 കേസുകളുണ്ട്. അപ്പോൾ ആൻസർ ഫേവറബിൾ ആയിട്ടുള്ളത് 2 ഫ്രം ദ ടോട്ടൽ 7 കോമ്പിനേഷൻ. ആ 7 കോമ്പിനേഷൻസ് ഇവിടെ നിന്ന് എടുക്കുന്ന 7 കോമ്പിനേഷൻസിൽ 2 ഫേവറബിൾ ആണ്. അപ്പോൾ 2/7. അപ്പോൾ നോർമൽ ഇയർ ലീപ്പ് ഇയറിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇതാണ് അതിൻ്റെ ലേ ഔട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന ക്വസ്റ്റ്യൻസ് നോർമൽ ഇയറിൽ ലീപ്പ് ഇയറിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വന്നാലും ഇതാണ് മൊത്തം ഒരു ഇയറിൽ ബേസ്. ഈ പറഞ്ഞ സാറ്റർഡേ സൺഡേ മൺഡേ എന്ത് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബേസിൽ വന്നാലും ഈ കോൺസെപ്റ്റ് അവിടെ ഉള്ളൂ. അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ചെയ്യേണ്ടതല്ലേ. ഇനി സെയിം ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കത് അറിയാമെങ്കിൽ ആൻസർ 2/7 മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇഫ് യു ആർ ഷുവർ അബൌട്ട് ദി ആൻസർ. ചില ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? കുറേ തവണ ക്വസ്റ്റ്യൻ കണ്ടു, ചെയ്ത് പരിചയമുണ്ട്, അറിയാം, മാർക്ക് ചെയ്തോ, പേടിക്കണ്ട. അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, സിമിലർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തത്. കാരണം നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത പല സാധനങ്ങളും ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ തന്നെ പലതവണ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ആൻസർ എന്നതാണ് അറിയാം. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് മാർക്ക് ചെയ്യാം. സംശയമുണ്ടോ? ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചെയ്ത് നോക്കാം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്തോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് എൻ അൺബയസ്ഡ് കോയിൻ ഇസ് ടോസ് 3 times, വാട്ട് ഇസ് ദ പ്രോബ്ലം ഗെറ്റിംഗ് മോർ ദാൻ 1 ഹെഡ്? കോയിന് ടോസ് ചെയ്തതിൻ്റെ സാമ്പിൾ സ്പേസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏതെന്നൊരു രീതി അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഞാൻ എഴുതുന്ന രീതി ഹെഡ് 3 എഴുതി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? ഇതിലൊന്ന് ടെയിലാക്കി മാറ്റി, അതിന് റീഅറേഞ്ച് ചെയ്തു. എന്താ ചെയ്തത്? ആദ്യം 3 ഹെഡ്, പിന്നെ ഒരു ടെയിലാക്കി മാറ്റി റീഅറേഞ്ച് ചെയ്തു, പിന്നെ 2 ടെയിലാക്കും, അതിനെ 2 ടെയിലാക്കി അതിനെ റീഅറേഞ്ച് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? 3 ടെയിലാക്കി. അപ്പോൾ 0 ഇവിടെ എന്താ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓർഡറിൽ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ 0 ടെയിൽ, 1 ടെയിൽ, 2 ടെയിൽ, 3 ടെയിൽ, 0 1 2 3 എന്നുള്ള ഓർഡറിലാണ് ഞാൻ എഴുതുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ഒരു പ്രോപ്പർ ഓർഡറിൽ എഴുതി ശീലിക്കണം. നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ എന്നുള്ള കേസ് പ്രോബബിലിറ്റി ലാസ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂവിന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ സാമ്പിൾ സ്പേസ് ഇങ്ങനെ പ്രോപ്പർലി എഴുതി ഒരു ഓർഡറിൽ എഴുതി നിങ്ങൾക്ക് ശീലം ഉണ്ടെങ്കിൽ ഇത് 0 1 2 3 എന്നുള്ള വാല്യൂ ബൈ ഹാർട്ട് ചെയ്യാനല്ല പറയുന്നത്, ചെയ്ത് ശീലം ഉണ്ടാവണം. ചെയ്ത് ശീലം ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു ടെയിൽ വരുന്ന എത്ര കേസ് ഉണ്ട്? 3. 2 ടെയിൽ വരുന്ന എത്ര കേസ് ഉണ്ട്? 2 ടെയിൽ വരുന്നത് 3. 3 ടെയിൽ വരുന്ന കേസോ 1. അപ്പോൾ ഇവിടെ
ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് ടെയിൽസ് ആണ് എഴുതിയത്. നമ്പർ ഓഫ് ഔട്ട്കംസ് അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൽ നമ്മൾ കൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. 2 ടെയിൽസുള്ള 3 3 ടൈലുള്ള 1. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ ഒന്ന് എഴുതി ശീലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് പെട്ടെന്ന് വാല്യൂ എടുക്കാം, സമയം സേവ് ചെയ്യാം, പെട്ടെന്ന് വാല്യൂ എടുക്കാം. സാമ്പിൾ സ്പേസ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ഓർഡറിൽ എഴുതി ശീലിക്കാം. A bag contains 15 1 rupees, 25 2 rupees, പിന്നെ 10 5 rupees. If a coin is selected at random from the bag, then the probability of selecting a 1 rupee coin. ഇതിൽ 1 rupee not selecting ഞാൻ നോട്ട് എന്ന് കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് കെയർ ചെയ്യണേ, ശ്രദ്ധിക്കണേ. നോട്ട് സെലക്ടിങ് 1 rupee കോയിൻ ആണ് പറഞ്ഞത്. അപ്പോൾ 1 rupee അല്ലാത്ത ബാക്കി ആൾക്കാരെ സെലക്ട് ചെയ്താൽ പോരെ. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 35/50, ടോട്ടൽ 50, 35/50. ഓക്കെ, ഇത് ഞാൻ ക്ലാസ്സിൽ സ്റ്റുഡൻസിന് ചോദിക്കുന്ന സമയത്ത് പല സ്റ്റുഡൻസും ആൻസർ പറഞ്ഞത്. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം, ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു തരാം. 2 letters are selected at random from the word home. ഹോം എന്നുള്ളതെന്നും 2 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഹോം എന്നുള്ളതെന്ന് 2 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് എ പ്രോബ്ലം? നൺ ഓഫ് ദ ലെറ്റേഴ്സ് വുഡ് ബി വവൽസ്. വവൽസ് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. വവൽസ് വരണ്ടെങ്കിൽ വവൽസ് അല്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആൻസർ പല സമയത്ത് സ്റ്റുഡൻസ് ചോദിച്ചപ്പോൾ അവർ 2/4 എന്ന് പല സ്റ്റുഡൻസും ആൻസർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. പല ബാച്ചിലും കണ്ടിട്ടുണ്ട്. 2/4 ആൻസർ പറയും. അപ്പോൾ അവിടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വി ആർ ടോക്കിംഗ് അബൌട്ട് സെലക്ഷൻ ആണ്. അപ്പോൾ സെലക്ഷൻ എടുക്കുന്ന സമയത്ത് അതിനൊരു നമ്മൾ ഇന്നലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ സെലക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ വവൽസ് അല്ലാത്ത കേസിൽ എച്ചും എമ്മും ഉണ്ട്. അതിൽ 2 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ദർ ആർ 2 പോസിബിൾ കേസ്. അതിൽ നിന്ന് 2 സെലക്ട് ചെയ്യുന്ന 2C2 എന്ന് തന്നെ എഴുതണം. വെറുതെ 2 എന്ന് എഴുതരുത്. 2 ലെറ്റേഴ്സിൽ 2 സെലക്ട് ചെയ്യുന്നത് 2C2, അതിൻ്റെ വാല്യൂ 1 ആണ്, 2 അല്ല. ഓക്കെ, പിന്നെ അതിൻ്റെ ഫേവറബിൾ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ 4 2 സെലക്ട് ചെയ്യുന്നത് 4 എന്നൊന്ന് എഴുതി വെക്കരുത്. 4 2 സെലക്ട് ചെയ്യുമ്പോൾ 4C2 ആണ്. 4 2 സെലക്ട് ചെയ്യുമ്പോൾ 4C2 ആണ്. സോ ഇവിടെ ചോദ്യതാണ് വവൽസ് അല്ലാത്ത 2 സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ 2 സെലക്ട് ചെയ്യണം, 2C2. ടോട്ടൽ സെലക്ഷൻ 4 2 സെലക്ട് ചെയ്യണം, 4C2. ഇത് ചെയ്യുന്ന സമയത്ത് 2C2/4C2ൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റിംഗ് വാല്യൂസ് 1/6. ഓക്കെ, വാല്യൂ ഫൈൻഡ് ചെയ്യുക. 2C2ൻ്റെ വാല്യൂ 1, 4C2ൻ്റെ വാല്യൂ 4 × 3/1 × 12/2 6. ആൻസർ 1/6. ക്വസ്റ്റ്യൻ നമ്പർ 13. സൊല്യൂഷൻ നോക്കാതെ ഒന്ന് എഴുതാൻ പറ്റുമെന്നുള്ളത് നോക്ക് നിങ്ങൾ. പറ്റുന്നവരൊന്ന് നേരിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കൂടെ തന്നെ ചെയ്യാം. 2 balls are drawn from a bag containing 5 white and 7 black balls at random. What is the probability that they would be of different colors? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വൈറ്റ് ബോൾ എടുക്കണം, ഒരു ബ്ലാക്ക് ബോൾ എടുക്കണം. എത്ര വൈറ്റ് ബോൾ ഉണ്ട്? 5. അതിലൊന്ന് സെലക്ട് ചെയ്യണം, 5C1. പിന്നെ 7 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, അതിലൊന്ന് സെലക്ട് ചെയ്യണം, 7C1. ഡിവൈഡഡ് ബൈ എത്ര ബോൾസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? 2 ബോൾസ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ 12C2. അപ്പോൾ 5C1 × 7C1 ഡിവൈഡ് ബൈ 12C2. 5C1ൻ്റെ വാല്യൂ 5, 7C1ൻ്റെ വാല്യൂ 7. ഡിവൈഡഡ് ബൈ 12C2ൻ്റെ വാല്യൂ 12 × 11 ഡിവൈഡ് ബൈ 1 × 2. അപ്പോൾ 6 × 11 66 വരും. 35/66 ആൻസർ വരും. ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ the number is not divisible by 3, 5, 7. ഇങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നലെ ചെയ്തത് അല്ലേ? നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, 5, 7 ചെയ്ത സമയത്ത് അതിന് ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞത് എന്താണ് ഓർക്കുന്നുണ്ടോ? 100 × 2/3 × 4/5 × 6/7 ചെയ്യുമ്പോൾ 45 പോയിന്റ് സംതിങ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു കോംപ്രമൈസ് ആണ് ആ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ തന്നെ. അത് ശരിക്കും ന്യൂ ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത്രയും പറഞ്ഞു തന്നാണ്. അതിൻ്റെ വാല്യൂ 45 പോയിന്റ് സംതിങ്. നിങ്ങൾ 45 ആൻസർ ആയിട്ട് എടുക്കാൻ പറഞ്ഞു ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മൾട്ടിപ്പിൾ ഓഫ് 7 or 11 ആണ് പറഞ്ഞത്. നോട്ട് ഡിവിസിബിൾ എന്നല്ല പറഞ്ഞത്. ഡിവിസിബിൾ ബൈ 7 or 11 ആണ് ഇവിടെ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആണ്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് മൾട്ടിപ്പിൾ ഓഫ് 7 or 11. കാൽക്കുലേറ്റർ ഉള്ളിടത്തോളം കാലം നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. കാരണം 1000ൻ്റെ താഴെ വരുന്ന 7ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 ഡിവൈഡഡ് ബൈ 7 എടുത്തു കഴിഞ്ഞാൽ 142.8 എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം അതിൻ്റെ തൊട്ട് താഴെ 142 വരെ 7ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്നാണ്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾസ് 142 ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ
11ൻ്റെ മൾട്ടിപ്പിൾസ് 1000/11 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 90.9 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 90 വരെയുള്ള മൾട്ടിപ്പിൾസ് പ്രോപ്പറായിട്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ രണ്ടിനെയും കൂടെ വരുന്നല്ലോ ഓറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7ൻ്റെ മൾട്ടിപ്പിൾസിലും 11ൻ്റെ മൾട്ടിപ്പിൾസ് ചിലപ്പോൾ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾസ് നമ്മൾ 2 പ്രാവശ്യം ചിലപ്പോൾ കൗണ്ട് ചെയ്യും. അത് മൈനസ് ചെയ്ത് കളയണം. അപ്പോൾ അതെങ്ങനെ മൈനസ് ചെയ്ത് കളിക്കുക? ഇതിൻ്റെ രണ്ടിൻ്റെ LCM 7ൻ്റെയും 71ൻ്റെയും 7ൻ്റെയും 11ൻ്റെ LCM 77 ആണ്. അപ്പോൾ 1000/77ൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 12.98 എന്നർത്ഥം. അതിൽ 12 എണ്ണം പ്രോപ്പറായിട്ട് മൾട്ടിപ്പിൾസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ വേണം അടിച്ചു നോക്കുക. 77 × 12 924. ഇത് 77ൻ്റെ മൾട്ടിപ്പിളാണ് 1000 താഴെ വരുന്നത്. ഇതാണ് ഹയസ്റ്റ് വാല്യൂ വരിക. അപ്പോൾ അങ്ങനെ 12 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഓറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 7ൻ്റെ മൾട്ടിപ്പിൾസും 11ൻ്റെ മൾട്ടിപ്പിൾസും ആഡ് ചെയ്തിട്ട് കോമൺ ആയിട്ട് നിൽക്കുന്നത് മൈനസ് ചെയ്ത് കളയണ്ടേ. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 142 + 90 - 12 എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര 1000. അതൊന്ന് കാൽക്കുലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് 0.22 എന്ന വാല്യൂ ആണ് കിട്ടുക. എൻ്റെ കൂടെ ചെയ്യണേ നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തൊന്ന് എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. കിട്ടിയല്ലോ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ വാല്യൂ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേതാണ്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാം. ഈ ടേബിൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ മാത്രമായിട്ട് ഞാൻ എഴുതി വെച്ചതല്ല. ഇത് ജനറലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രോബബിലിറ്റിയിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ്റെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. 2 ഡൈസ് റോൾ ചെയ്യുന്നു. അതിലിവിടെ 9 or 6 എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ സമ്മ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ തവണ വന്നിട്ടുണ്ട്. സമ്മ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് 2 വരാം. എങ്ങനെ വരും? 1 1 വരണം. ഇത് ആ ടേബിൾ മനസ്സിലാക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. മനസ്സിലാക്കിയെടുക്കുക. സമ്മ് 2 വരുന്നത് എപ്പോഴാണ്? സമ്മ് 2 വരിക 1 1 വരുന്ന കേസ്. ഇനി സമ്മ് 3 എങ്ങനെയൊക്കെയാണ് വരിക? 1 2 2 1 വരാം. 1 2 2 1 ഇത് 2 കേസിലും സമ്മ് 3 വരാം. 4 എങ്ങനെയൊക്കെ വരും? ചെറുതെന്ന് മുകളിലേക്ക് കൗണ്ട് ചെയ്യാം. 1 3 2 2 3 1 3 കേസിൽ വരാം. 5 എങ്ങനെയൊക്കെ വരും? 1 4 2 3 3 2 4 1 6 എങ്ങനെയൊക്കെ വരും? 1 5 2 4 3 3 4 2 5 1 ഇങ്ങനെ 5 കേസ് വരും. ഇതേപോലെ നമ്മൾ ഓരോന്നിൻ്റെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേൺ ഞാൻ മൊത്തത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഇരുന്ന് കൗണ്ട് ചെയ്യാനോ ടേബിൾ മൊത്തം വരയ്ക്കാനോ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇതൊരു പ്രാവശ്യം നിങ്ങൾ നോട്ടിലേക്ക് ഇപ്പോൾ ഒന്ന് എഴുതിയെടുക്കാം, മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7 വരെ ഷോർട്ട് കട്ടാണ്. ഇത് പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമാണ്. 7 വരെ എന്ന് പറഞ്ഞാൽ സമ്മ് 7 വരെ 7 വരുന്ന സമയത്ത് 6 കേസ് വരും. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ 1 6 2 5 3 4 4 3 5 2 6 1 6 കേസ്. ഒന്നുകൂടെ പറയാം. 1 6 2 5 3 4 4 3 5 2 6 1 6 കേസ് വരും. അപ്പോൾ 7 വരെ 6 കേസ് വരും. അവിടെ അത് വരെ അപ്പോൾ എല്ലാം ഒന്ന് കുറവാണ്. 7ൻ്റെ കേസ് 7ൻ്റെ എന്താ നോക്കിയാൽ 6 6ൻ്റെ എത്ര 5 5ൻ്റെ 4 4ൻ്റെ 3 3ൻ്റെ 2 2ൻ്റെ 1 അപ്പോൾ അത് വരെ ലെസ് ദാൻ ആണ്. അതുവരെ -1 ആണ് വരിക. 7ൻ്റെ സമ്മ് വരുന്നത് 6 കേസസ്, 5ൻ്റെ സമ്മ് വരുന്നത് 4 കേസസ്. ജസ്റ്റ് പാറ്റേൺ മനസ്സിലാക്കിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് 8 ഏതൊക്കെയാണ് വരുന്നത്? 2 6 കഴിഞ്ഞാൽ 3 5 5 3 അതിൻ്റെ ഇടയിൽ 4 4 ഉണ്ട്. 2 6 കഴിഞ്ഞാൽ 6 2 തിരിച്ച്. അപ്പോൾ അത് എത്ര കേസ് വരും? 5 കേസുകൾ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ആ പാറ്റേൺ ബ്രേക്ക് ആവുകയാണ്. പാറ്റേൺ ബ്രേക്കായി. 12ൻ്റെ കേസ് ഏതൊക്കെയുള്ള 6 6, 11ൻ്റെ കേസ് 5 6 6 5. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു സ്റ്റൈലാണ്. അവിടുന്ന് 1 2 3 4 ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമുക്കത് അവിടുന്ന് അങ്ങോട്ട് 2 രീതിയിൽ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വരെയുള്ള കേസ് -1 ആയിട്ട് ഓർക്കുക. 7 വരെയുള്ള കേസ് -1 ആയിട്ട് ഓർക്കാം. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ആഡ്സ് ടു 13 എന്ന് ഓർക്കാം. 12 + 1 13, 11 + 2 13, 10 + 3 13, 9 + 4 13, 8 + 5 13, ആഡ്സ് ടു 13. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ചോദ്യം?
ഇഫ് ടു അൺബൈസ്ഡ് ആൻസർ വാട്ട് ഇസ് ദ പ്രോബ്ലം ഓഫ് ഗെറ്റിംഗ് നൈദർ 6 or 9. അപ്പോൾ 6 or 9 കിട്ടുന്ന കേസ് ആദ്യം ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ മൈനസ് ചെയ്യാം. 6 or 9 കിട്ടുന്ന കേസ് എന്താ? 6 or 9 കിട്ടുന്ന കേസ് എന്താണ്? 6 വരാനുള്ള കേസ് എത്ര ഉണ്ട്? 5. 9 വരാനുള്ള കേസ് എന്താ പറഞ്ഞത്? അതിൻ്റെ മുകളിലേക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 13 കിട്ടണം. അപ്പോൾ 4. അപ്പോൾ ഇതാണ് 6 or 9 വരാനുള്ള കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇപ്പോൾ എന്താ വരിക ഇവിടെ? 9/36 എന്താ? 1/4 ആണ്. ഇത് വരാനുള്ള കേസ് 1/4. വരാതിരിക്കാനുള്ള കേസ് പ്രോബബിലിറ്റിയിൽ എങ്ങനെ എടുക്കേണ്ടത്? 1 - 1/4. വരാതിരിക്കാനുള്ള കേസ് 1 - 1/4. 1 4 പോയാൽ 3/4. 3/4. 3/4ൻ്റെ വാല്യൂ 0.75. അപ്പോൾ ഈ ടേബിൾ ഒരു ഷോർട്ട് കട്ടായിട്ട് പഠിച്ചു വെക്കണം. പ്രോബബിലിറ്റിയിൽ നമുക്ക് സമ്മിൻ്റെ ബേസ് ചെയ്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒരു 5-6 പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ പല രീതിയിലും വരും. ഇപ്പോൾ സമ്മ് 6 വരുന്ന കേസ്, 9 വരുന്ന കേസ്, 5 വരുന്ന കേസ്, വരാത്ത കേസ് ഒക്കെ വന്നാലും ഇതാണ് ഈ സംഭവം ഓർക്കുക. 7 വരെ -1ഉം അതിൻ്റെ മുകളിലേക്കുള്ള രണ്ടും കൂടെ ആഡ് ചെയ്താൽ 13 വരുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. ബാക്കി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളത് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് പഠിക്കണേ, ഈ ടേബിൾ പഠിച്ചെടുക്കണേ. ടേബിൾ പഠിക്കാൻ നല്ല പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുക. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് 4 children സെലക്റ്റഡ് അറ്റ് റാൻഡം വുഡ് ഹാവ് ഡിഫറെൻറ്റ് ബർത്ത്ഡേസ്? ആദ്യത്തെ ആൾക്ക് കൊല്ലത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ആഘോഷിക്കാം. കൊല്ലത്തിൽ എത്ര ദിവസം? 365 ദിവസം. അതിൻ്റെ പ്രോബബിലിറ്റി ചെയ്താൽ 365/365. രണ്ടാമത്തെ ആളോ? ഇയാളൊരു ബർത്ത്ഡേ ആഘോഷിച്ചാൽ അടുത്ത വർഷം അതേ ഡേ രണ്ടാമത്തെ ആൾക്ക് പറ്റില്ല. അപ്പോൾ ഒന്ന് കുറയും 364, പിന്നെ 363, 362. അതെങ്ങനെ ചെയ്താൽ അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി അല്ലേ? സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രോബബിലിറ്റി ആയിരുന്നില്ല എന്ന് മാത്രം. പ്രോബബിലിറ്റി വരുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എടുക്കണം. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഒരു വർഷത്തിൽ എത്ര ദിവസമുള്ള? 365. അപ്പോൾ 365 ക്യാൻസൽ ആവും. ബാക്കിയുള്ളതിൽ 365 അവിടെ ഉണ്ടാവും. ആ വാല്യൂസ് അവിടെ വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. Two boxes containing 5 white and 6 blue balls and 3 white and 7 blue balls are respectively. If one box is selected at random and a ball is drawn from it, the probability that the ball is blue. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാം. അതൊക്കെ ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ആദ്യം എന്ത് ചെയ്യണം? ഒരു ബോക്സ് സെലക്ട് ചെയ്യണം. ഒരു ബോക്സ് സെലക്ട് ചെയ്യണം. ആ ബോക്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ബോൾ സെലക്ട് ചെയ്യണം. ബോക്സ് സെലക്ട് ചെയ്യണം, പിന്നെ ബോൾ സെലക്ട് ചെയ്യണം. എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ആ സെലക്ട് ചെയ്യുന്ന ബോൾ എന്താവണം? ബ്ലൂ ആവണം. നമുക്ക് തന്നിരിക്കുന്ന ബോക്സസ് ഏതൊക്കെയാണ്? 5 വൈറ്റും 6 ബ്ലൂ ഉണ്ട്, 3 വൈറ്റും 7 ബ്ലൂ ഉണ്ട്. ബ്ലൂ സ്മോൾ ബിയിലാണ് ഞാൻ എഴുതുക, ബ്ലാക്ക് ക്യാപിറ്റലാണ് എഴുതാറ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ എടുത്തു. ഇപ്പോൾ ചോദ്യം ഇതാണ്, ആദ്യം ബോക്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ ബോക്സ് സെലക്ട് ചെയ്യാനുള്ള കേസാണ് ഞാൻ അവിടെ എഴുതിയത് 1/2. ബോക്സ് സെലക്ട് ചെയ്തു 1/2. 2 ബോക്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2. 2 ബോക്സിലല്ല, ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി 1/2. ഒരു ബോക്സ് സെലക്ട് ചെയ്ത് 2-1 സെലക്ട് ചെയ്യുമ്പോൾ 1/2. രണ്ടെണ്ണത്തിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നത് 1/2 ഇൻറ്റു നമ്മളെടുക്കുന്ന ബോക്സിൽ ആദ്യത്തെ ബോക്സ് ആണെന്ന് വിചാരിക്കാം. ബോക്സ് ആദ്യത്തെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ ബോക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 1/2 ഇൻറ്റു അവിടെ നമ്മൾ ബ്ലൂ ബോൾ സെലക്ട് ചെയ്യാനുള്ള കേസ് നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് എത്രയാണ്? 6. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 11. ഇങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതാവാം, സെക്കൻഡ് ബോക്സ് ആവാം. അപ്പോൾ സെക്കൻഡ് ബോക്സ് ആണെങ്കിലോ ബ്ലൂ ബോൾ എടുക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ വരാം? എന്ന് പറയുമ്പോൾ എന്താ അവിടെ പ്ലസ് വരും. പ്രോബബിലിറ്റിയിൽ വരുമ്പോൾ പ്ലസ് വരും. സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2. ബ്ലൂ ബോൾ സെലക്ട് ചെയ്യാനുള്ള അവിടെ എത്ര ബ്ലൂ ബോൾസ് ഉണ്ട്? 7 ബ്ലൂ ബോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ 10. അപ്പോൾ അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും 6/22 + 7/20. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6/22 + 7/20 സിംപ്ലിഫൈ ചെയ്ത ആൻസറോടെ ബാക്കി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എടുക്കുന്ന രീതിയാണല്ലോ നമുക്ക് ബേസിക്കലി മനസ്സിലാവേണ്ടത്. കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. കംപ്ലീറ്റ് ചെയ്തോ. ഇനി പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സമയം പിന്നെ കാണാനൊന്നും കഴിയില്ല. കംപ്ലീറ്റ് ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്ലീസ് ട്രൈ ഇറ്റ്. ഞാനിപ്പോൾ വരാം, ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. നിങ്ങൾ പോകണ്ട, പക്ഷേ യൂട്യൂബ് ലൈവ് ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആൻഡ് ഞാൻ ഇപ്പോൾ തന്നെ വരാം. പുറത്തോടെ പോകുന്നതിൽ ജസ്റ്റ് വാഷ്റൂം പോയിട്ട് വരാം.
സോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഞാൻ തന്നു പോയതാണ്, ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? 4 digits 1, 2, 4 and 6 are selected at random to form a 4-digit number. What is the probability that the numbers formed would be divisible by 4? ഇപ്പം നമ്പർ divisible by 4 ആണെങ്കിൽ അതിൻ്റെ divisibility റൂൾസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ, ദ നമ്പർ divisible by 4 ആണെങ്കിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന 2 നമ്പേഴ്സ് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4. ഒന്നുകൂടെ ഞാൻ പറയാം. ലാസ്റ്റ് പ്ലേസിൽ വരുന്ന 2 ഡിജിറ്റ്സ് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? ആ വരുന്ന നമ്പർ ഉണ്ടല്ലോ, ലാസ്റ്റ് പ്ലേസിൽ വരുന്ന 2 ഡിജിറ്റ്സ് വരുന്ന ആ നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വരിക എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ നമ്പേഴ്സാണ് വരിക? 12 വരും, 16 വരും അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ 12 വരും, 16 വരും, 24 വരും, പിന്നെ ഏതാ വരിക? ഓർഡറിൽ 12, 16, പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 24, 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 64. ഈ 4 നമ്പേഴ്സാണ് ലാസ്റ്റ് 2 പ്ലേസിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരിക. അങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ്സിൽ നമ്മൾ 2 നമ്പേഴ്സ് യൂസ് ചെയ്യും, ബാക്കി 2 നമ്പേഴ്സ് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ബാക്കി 2 നമ്പേഴ്സ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഡിജിറ്റ് നമ്പറാണ്. ലാസ്റ്റ് പ്ലേസിൽ 2 ഡിജിറ്റ് യൂസ് ചെയ്തു. ഇനി 2 ഡിജിറ്റ് ഇപ്പുറത്ത് എടുക്കുന്ന സമയത്ത് ആ 2 ഡിജിറ്റ്സ് ഏതൊക്കെ രീതിയിൽ വരാം? 2 ഫാക്ടോറിയൽ രീതിയിൽ വരാം. സോ നമുക്ക് എത്ര രീതിയിൽ നമ്പർ ഫോം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 4 ഔട്ട്കംസ് പോസിബിൾ ലാസ്റ്റ് 2 പ്ലേസിലും, ഇപ്പുറത്ത് 2 ഫാക്ടോറിയൽ. അപ്പോൾ 2 × 4 8 വേസിലാണ് അവിടെ പോസിബിൾ ആവുന്നത്. ഇനി നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിച്ച സമയത്ത് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെ വരിക? നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുന്ന കേസ് എന്താണ്? 4 ഡിജിറ്റ് തന്നു കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്രയാണ്? 24. സോ ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. പ്രോബബിലിറ്റിൻ്റെ ക്ലാസിക് ഡെഫിനിഷൻ ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. 8 ഡിവൈഡ് ബൈ 24, ആൻസർ 1/3. മനസ്സിലാക്കിയിട്ട് പോകാം. ഇതെല്ലാം എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബബിലിറ്റിയിൽ ഓരോ ക്വസ്റ്റ്യനും ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന ഒന്ന് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 അറിയണം, അതെടുക്കുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലേക്ക് വന്ന കാര്യങ്ങളിൽ കയറി വന്നിട്ടുണ്ട്. ഞാൻ ക്ലാസിക് ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ? ലൈവിലിരിക്കുന്ന ആളുകൾ കുറഞ്ഞ ആളുകളുള്ളൂ, ബട്ട് ആ ഇരിക്കുന്ന ആളുകൾ ശരിക്കും സമ്മതിക്കണം. കാരണം രാവിലെ 9 മണിക്ക് തുടങ്ങി ഇരുത്താണ്, ഇപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. ചില ആളുകൾ ചിലപ്പോൾ മാറി വന്നിട്ടുണ്ട്, പക്ഷേ ഈ ആൻസർ പറയുന്ന ആളുകൾ ഇന്നലെ രാവിലെ ഇരിക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇവർ സമ്മതിക്കാൻ തന്നെ വേണം. ഇത്രയും ആളുകൾ നമുക്ക് ലക്ഷ്യയിൽ എന്തെങ്കിലും ഒരു മൊമെൻ്റൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് മൊമെൻ്റ് കൊടുക്കണം. നമ്മളെ ലൈവ്, നമ്മൾ ഓഫ്ലൈനിലോ ഒന്നും ഇത്രയും സമയം നമ്മുടെ സ്റ്റുഡൻസിന് പിടിച്ചിരുത്തിയിട്ടില്ല ഇതുവരെ. പക്ഷേ നിങ്ങൾ ഓൺലൈനിലായിട്ട് പോലും വീട്ടിലായിട്ട് പോലും ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. റിയലി അപ്രീഷിയേറ്റ് യു ഗൈസ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇന്നലെ തുടങ്ങി ഇരുത്താണ്. അപ്പോൾ എനിക്ക് ബോറടിക്കില്ല, കാരണം ഞാനിത് പറയുന്ന ആൾ, ദിസ് ഇസ് മൈ ജോബ്. എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ പണിയാണ്. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി ഞാൻ ഈ ഫീൽഡ് ടീച്ചിങ്ങിനോടുള്ള പാഷൻ കാരണം ടീച്ചിങ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതെൻ്റെ പണിയാണ്. ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി ടു ബി ഹോണസ്റ്റ് ഞാൻ ടയർഡാണ്. കാരണം ഞാൻ പറഞ്ഞാൽ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ട് സ്റ്റിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. കാരണം അത് എനിക്ക് ചെയ്യാൻ ക്ലാസ് എടുക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയം നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും നിർത്തിപ്പോവും, നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അത് ഞാൻ സ്റ്റുഡൻസിൻ്റെ ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നൊരു ചോദ്യം, ആരോ ഒരാൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് തോന്നുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി സെലക്ട് ചെയ്യണോ എന്ന് ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾക്ക് എന്താണോ ആവേണ്ടതെന്നുള്ളത് നിങ്ങൾ ആദ്യം ഫൈൻഡ് ചെയ്യുക. ആ ഫൈൻഡ് ചെയ്ത കോഴ്സ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പ്രോപ്പർ ആണെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യാം. അത് നമ്മളെ ഒരു കരിയർ ഹൈറ്റിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ അത് നിങ്ങളെ കരിയർ, നിങ്ങളെ പ്രൊഫൈലായിട്ടും നിങ്ങളെ പേഴ്സണാലിറ്റി ആയിട്ടും നിങ്ങളെ താല്പര്യങ്ങളായിട്ടും മാച്ചിങ് ആയിട്ടൊരു ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവും. അത് ഫിസിക്കൽ എനർജി അല്ല, ഇറ്റ് കംസ് ഫ്രം ഇൻസൈഡ്. അത് ഉണ്ടെങ്കിൽ അത് വരുള്ളൂ. ആ ഒരു പാഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതാ നമ്മൾ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫീൽഡിൽ എത്തിയാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ആളുകൾ പറയുന്നതിൻ്റെ പിന്നാലെ, കാശിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ ആ പറയുന്ന ആളുകളെ കണ്ടിട്ട്, വേറെ ആൾക്കാരെ കണ്ടിട്ടോ അതിൻ്റെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് കണ്ടിട്ടോ നമ്മളൊരു ഫീൽഡ് തിരഞ്ഞെടുത്താൽ അത് കിട്ടൂല. അപ്പോൾ അത് വലിയൊരു ഡെസിഷനാണ്. ലൈഫിലെ ഏറ്റവും വലിയ ഡെസിഷൻസാണ് 2 ഒന്ന് മാരേജ്, അതേപോലെ അതിന് ഇക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ഡെസിഷനാണ് കരിയർ.
മാരേജിനെക്കാട്ടും കുറച്ചുകൂടെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യുന്ന മേജർ ഡിസിഷൻസിൽ ഒന്ന് എടുത്ത് പറയാവുന്ന ഒന്നിൽ മേജറായിട്ടുള്ള ഒന്ന് കരിയർ തന്നെയാണ്. പ്രോപ്പറായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെ എടുക്കണം. 80th ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. 80th ക്വസ്റ്റ്യനിൽ 4 ഡിജിറ്റ് നമ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ആ 4 ഡിജിറ്റ് നമ്പറിൽ നമ്മൾ ലാസ്റ്റ് പ്ലേസിൽ നമ്പർ ഹാസ് ടു ബി ഡിവിസിബിൾ ബൈ 4 എന്നാണ് റൂള്. ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എന്താണ് നമ്പർ ഹാസ് ടു ബി ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 4 റൂൾ ഉണ്ട്. ആ റൂൾ ആദ്യം മനസ്സിലാക്കാം. ഡിവിസിബിലിറ്റി ബൈ 4 റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് റൂളാണ്. ഡിവിസിബിലിറ്റി ബൈ 4 എപ്പോഴാണ് ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 ആകുന്നത് എന്നുള്ളതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാമല്ലോ. എന്താ 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ? സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? സം ഓഫ് ഡിജിറ്റ്സ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 9. 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 5 or 0 വരണം. അപ്പോൾ അതേപോലെ നമ്മൾ ഡിവിസിബിലിറ്റി ബൈ 4 പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. ഇതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ആ റൂള് ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 1, 2, 4, 6ൽ 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? 12, 16 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 തുടങ്ങി 12, 16, 2 തുടങ്ങിയ 24, 6 തുടങ്ങിയ 64. ഈ 4 നമ്പേഴ്സാണ് അവിടെ ഡിവിസിബിൾ ബൈ 4 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 12, 16, 24, 64. അപ്പോൾ അങ്ങനെ 4 നമ്പേഴ്സ് അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പ്ലേസിൽ 4 ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. യു ആർ ഹാവിങ് 4 ഓപ്ഷൻസ് ഇൻ ദ ലാസ്റ്റ് പ്ലേസസ്. ഇനി ആ 4 ഓപ്ഷൻസിൽ നമുക്ക് അവിടെ നമ്പർ കൊടുക്കണമെങ്കിൽ 2 ഡിജിറ്റ് മിനിമം അവിടെ ഉപയോഗിക്കണ്ടേ? 2 ഡിജിറ്റ് മിനിമം ഉപയോഗിക്കണ്ടേ? അവിടെ 2 ഡിജിറ്റ് പ്ലേസ് ചെയ്യണ്ടേ? അപ്പോൾ 2 ഡിജിറ്റ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡിജിറ്റ്സിൽ 2 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 2 ഡിജിറ്റ് ബാക്കി ഉണ്ടാവും. ഈ 2 ഡിജിറ്റ് നമുക്ക് ഫസ്റ്റ് 2 പ്ലേസിൽ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാം? ഫസ്റ്റ് പ്ലേസിലും സെക്കൻഡ് പ്ലേസിലൂടെ 2 നമ്പേഴ്സ് കൊടുക്കുമ്പോൾ 2 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാം അല്ലേ? 2 ഫാക്ടോറിയൽ ബേസിൽ പ്ലേസ് ചെയ്യാം. സോ ദ നമ്പർ ഓഫ് ഓപ്ഷൻസ് എത്ര വരുന്നത്? ആദ്യത്തെ 2 ഡിജിറ്റിൽ 2 ഫാക്ടോറിയലും പിന്നത്തെ 2 ഡിജിറ്റിൽ 4 വേയ്സും. ഇപ്പോൾ 2 × 4 8 വന്നു. സോ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് 8 ആണ്. 8 ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് 8. ഇനി ഒരു നമ്പർ 4 ഡിജിറ്റ് നമ്പറിൽ ദ നമ്പർ ഓഫ് വേയ്സ് ഓഫ് അറേഞ്ചിങ് ദിസ് 4 ഡിജിറ്റ് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് വേയ്സ് എത്ര? ടോട്ടൽ നമ്പർ ഓഫ് വേയ്സ് 4 ഡിജിറ്റ്സ് ആണെങ്കിൽ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്രയാണ്? 24. അപ്പോൾ ആൻസർ എന്താണ്? ഫേവറബിൾ ബൈ ടോട്ടൽ 8/24, 1/3. 1/3. താങ്ക് യു ബിബിത, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. There are 2 urns. The first urn contains 3 red, 5 white. Second urn contains 4 red, 6 white. A ball is taken at random from the first and transferred to the second. ഇവിടുന്ന് ഒരു ബോൾ എടുത്തു സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ. ഇതൊക്കെ പണ്ട് സ്കൂൾ മുതൽ നമ്മൾ ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ബോൾ എടുത്തു സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അനദർ ബോൾ ഇസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം ദ സെക്കൻഡ്. രണ്ടാമത്തേന്ന് നമ്മൾ ഒരു ബോൾ എടുക്കണം. ആ ബോളിൻ്റെ കണ്ടീഷൻ പറയുന്നത് പ്രോബബിലിറ്റി ദ സെക്കൻഡ് ബോൾ വുഡ് ബി റെഡ്. ഞാൻ കളറും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബോൾ ഏതാണെന്ന് അറിയില്ല. സെക്കൻഡ് ബോൾ എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് റെഡ് ആവണം. സെക്കൻഡ് ബോൾ റെഡ് ആവണം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് 2 കേസ് വരും. എന്തൊക്കെ കേസ് വരുന്നത്? നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ഏണിൽ നിന്ന് എടുക്കുന്ന ബോൾ, ആ ഫസ്റ്റ് ബോൾ റെഡ് ആവാം. അതാണ് കേസ് 1. ഫസ്റ്റ് ബോൾ റെഡ് ആവുന്ന കേസ് 1. ഫസ്റ്റ് ഇവിടെ നിന്ന് എടുക്കുന്ന ബോളില്ലേ, നമ്മൾ ആദ്യത്തെ നിന്ന് എടുക്കുന്ന ബോൾ റെഡ് ആവാം. അപ്പോൾ ആദ്യത്തെ ബോൾ റെഡ് ആവാനുള്ള കേസ് എന്താണ്? ഫസ്റ്റ് ഏണിൽ എത്ര ബോൾസ് ഉണ്ട്? റെഡ് 3 എണ്ണം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. അപ്പോൾ എത്ര വരുന്നത്? 5 ആണ്. ഇത് 5 ആണ്. അപ്പോൾ ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ 3 ഡിവൈഡഡ് ബൈ 8. എന്താണ്? റെഡിൻ്റെ സെലക്ഷൻ. ആദ്യത്തെ ബോൾ റെഡ് എടുത്തു, ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് നിന്ന് റെഡ് ബോൾ എടുത്തു, ട്രാൻസ്ഫർ ചെയ്തു. ആദ്യത്തെ ബോൾ റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 3 ആണ് ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ 8. 3/8 ആണ് പ്രോബിലിറ്റി. ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എന്താ? രണ്ടാമത്തെ റെഡ് എടുക്കണമെന്ന് ക്വസ്റ്റ്യന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ റെഡ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ബാഗിൽ നിന്ന് ആദ്യത്തെ വേണമെന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഏതാ കളറ്? റെഡ്. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ എടുക്കുന്ന സമയത്ത് റെഡിൻ്റെ എണ്ണം ഒന്ന് കൂടുതലേ. ആദ്യത്തെ ഒന്നും കൂടെ റെഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എത്ര ബോൾസ് ഉണ്ട്? റെഡ് ഒരു 4 എണ്ണം ഓൾറെഡി ഉണ്ട്. ഒരു ബോളും കൂടെ ഇങ്ങോട്ട് വന്നു, 5 എണ്ണമായി. ഓക്കെ, ഒന്നുകൂടെ വന്നു, 5 എണ്ണമായി. അപ്പോൾ 5 റെഡ് ഉണ്ട്. അപ്പോൾ 5 റെഡ് ഒന്ന് സെലക്ട് ചെയ്യുന്ന പ്രോബിലിറ്റി ഫേവറബിൾ ബൈ ടോട്ടൽ
ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിൻ്റെ എണ്ണം കൂടി 5/11. മനസ്സിലാക്കി ചെയ്യുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ഹെവി സാധനം എന്നല്ല. പക്ഷെ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ വരും. ബോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ ബോൾ റെഡ് ആവുന്നു. റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഒന്നുകൂടി പറയാം 3/8. അത് റെഡ് ബോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ 5 റെഡ് ബോൾസ് വന്നു, അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 5/11. ഇതൊരു കേസ്. ഓക്കെ. രണ്ടാമത്തെ കേസ് എന്താണ്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആദ്യത്തേത് ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൾ വൈറ്റ് ആവാം. അങ്ങനെ വൈറ്റ് വരുന്നുള്ള പ്രോബിലിറ്റി എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 5 / ടോട്ടൽ 8. ഇങ്ങോട്ട് വന്ന ബോൾ വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കേണ്ടത് റെഡ് തന്നെയാണ്. റെഡിൻ്റെ എണ്ണം മാറൂല, 4, 4. പക്ഷേ ടോട്ടൽ ബോൾസിൻ്റെ എണ്ണം മാറി 11 4/11. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ വരും. ഓക്കെ. അതൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 + 20/88 35/88. 15/88 + 15/88 + 20/88 35/88. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലമീൻ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ഈ പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് പോകുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് തിയറി അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എ പ്രോബ്ലം ഇൻ പ്രോബിലിറ്റി വാസ് ഗിവൺ ടു 3 CA സ്റ്റുഡൻസ് ABC whose chance of solving it are 1/3, 1/5, 1/2. വാട്ട് ഈസ് ദ പ്രോബ്ലം ദാറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ്? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ മതി. അതിന് നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ, അല്ലേ? പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് വൺ, ആരെങ്കിലും ഒരാൾ സോൾവ് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി സോൾവിങ് ദിസ് പ്രോബ്ലം. ആരെങ്കിലും ഒരാൾ അറ്റ്ലീസ്റ്റ് വൺ. അപ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് വണ്ണിൻ്റെ കണ്ടീഷൻ എന്താ? ഓൾ മൈനസ് നൺ. 1 മൈനസ് നൺ. ആരും ചെയ്യുന്നില്ല എന്ന കേസ് 1. ടോട്ടൽ കേസ് 1. പ്രോബിലിറ്റിയിൽ എല്ലാ മാക്സിമം പ്രോബിലിറ്റി എല്ലാവരും ചെയ്യാനുള്ള കേസ് 1. അതൊന്നും ആരും ചെയ്യാത്ത കേസ് മൈനസ് ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന കേസാണ് ഇവിടെ തന്നത്. സോൾവ് ചെയ്യുന്ന കേസാണ് തന്നത് 1/3, 1/5, 1/2. ചെയ്യുന്നതാണ് 1/3, 1/5, 1/2. ഇപ്പോൾ ചെയ്യാത്തത് അതിൻ്റെ കോംപ്ലിമെൻറ്റ്. പ്രോബിലിറ്റിയിൽ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ 1 - 1/3 2/3, 1 - 1/5 4/5, 1 - 1/2 1/2. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആരും ചെയ്യാത്ത കിട്ടും. അപ്പോൾ ആൻസർ എന്തായിട്ട് മാറി? 1 - 2/3 × 4/5 × 1/2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറേ കോമ്പിനേഷൻസ് എടുക്കേണ്ടി വരും. എ ചെയ്യുന്ന കേസ് വരാം, അപ്പം ബിയും സിയും ചെയ്യുന്നില്ല. ബി ചെയ്യുന്ന കേസ് വരാം, എയും സിയും ചെയ്യുന്നില്ല. സി ചെയ്യുന്ന കേസ് എടുക്കണം, AB ഒന്നിച്ച് ചെയ്യുന്ന കേസ് എടുക്കണം, BC ഒന്നിച്ച് ചെയ്യുന്ന കേസ് എടുക്കണം, AC ഒന്നിച്ച് ചെയ്യുന്ന കേസ് എടുക്കണം, ABC ഒന്നിച്ച് ചെയ്യുന്ന കേസ് എടുക്കണം. 7 കേസ് വരും. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്യുന്നതിന് പകരം 1 മൈനസ് നോബഡി ഈസ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓൾ മൈനസ് നൺ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്തുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഞാനവിടെ വാല്യൂ എഴുതിയിട്ടില്ല. ഒന്ന് വാല്യൂ ഫൈൻഡ് ചെയ്യാം, എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. 1 - 4/15 ഒന്ന് ചെയ്തിട്ട് ആൻസർ എത്ര വരുന്നതെന്നുള്ളത് നോക്കി. ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത്? 2/3, 4/5, 1/2. 11/15. യെസ്, 11/15 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. 1 - 1 എടുത്ത്. ഇവിടെ അറ്റ്ലീസ്റ്റ് 2 പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ആൾക്കാരുണ്ട്, A, B, C. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും സർവൈവ് ചെയ്യും, C സർവൈവ് ചെയ്യില്ല. എയും സിയും സർവൈവ് ചെയ്യും, B സർവൈവ് ചെയ്യില്ല.
അതേപോലെ ബിയും സിയും സർവൈവ് ചെയ്യും, എ സർവൈവ് ചെയ്യില്ല എന്ന കേസും, ഇവർ 3 പേര് ഒന്നിച്ച് സർവൈവ് ചെയ്യുന്ന കേസ്, അങ്ങനെ 1 2 3 4 കേസ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് 2 വന്നു കഴിഞ്ഞാൽ ഈ കേസുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. എ ബി ജീവിക്കും, സി മരിക്കും. അതാണ് ഇവിടെ സർവൈവ് ചെയ്യുക. അപ്പോൾ മറ്റാൾ മരിക്കുക എന്നുള്ളതാണല്ലോ. എ ബി ജീവിക്കും, സി മരിക്കും. എയും സിയും ജീവിക്കും, ബി മരിക്കും. എ മരിക്കും, ബി സി ജീവിക്കും. എ ബി സി 3 ആളും ജീവിക്കും. അപ്പോൾ ഇങ്ങനത്തെ 4 1 2 3 4 കേസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കേണ്ടതാണ്. ഓരോന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുക്കുക, m+m+ അടിച്ച് പോവാം. അപ്പോൾ വാല്യൂ എന്താണെന്നുള്ളത് ഞാനിതിൻ്റെ വാല്യൂസിൻ്റെ ജസ്റ്റ് ഇവിടെ എഴുതാം. എ ബി സി ഇവർ ജീവിക്കാനുള്ള ചാൻസുകളാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സർവൈവൽ പ്രോബബിലിറ്റീസ് 0.7 0.4 0.2. അപ്പോൾ അവർ മരിക്കാനുള്ളത്, സർവൈവ് ചെയ്യാനുള്ളതാണിത്. മരിക്കാനുള്ളത് 0.3 0.6 0.8. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മെമ്മറിയിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് എ ബിൻ്റെ വാല്യൂ 0.7 × 0.4 × 0.8. എന്താ എടുക്കേണ്ടത്? ഇവിടെ ഞാൻ ജസ്റ്റ് വാല്യൂ ചെയ്താം. 0.7 ഇവിടെ 0.4 × 0.8 = m+. അടുത്തത് ഇതൊരു ടേബിളർ ഫോമിൽ പോലെ നമ്മൾ ചെയ്താൽ മതി, മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. അടുത്തത് എ സർവൈവ് ചെയ്യുന്നു, എ സർവൈവ് ചെയ്യാനുള്ള കേസ് 0.7, ബി മരിക്കാനുള്ള കേസ് 0.6, സി സർവൈവ് ചെയ്യാനുള്ള കേസ് 0.2, ഇങ്ങനെ =m+. ഇതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് 2 കേസും കൂടെ നിങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്ത് കാൽക്കുലേറ്ററിൽ വാല്യൂ ഫൈൻഡ് ചെയ്യാം. കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയിട്ടുണ്ടോ? എത്ര വരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം? ഇതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയിട്ട് നിങ്ങൾ പിന്നെ ചെയ്തോന്ന് അറിയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ചെയ്യാം. ബാക്കിയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എന്തായാലും പെൻഡിങ് ഉണ്ട്, അതെന്തായാലും നിങ്ങൾ പിന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ചാപ്റ്റേഴ്സ് വീണ്ടും രണ്ടാമത് എടുക്കേണ്ട അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ആൻസറും കൂടെ വന്നിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ചെയ്തോന്നാണ് ഞാൻ പോകുന്നില്ല. ചെയ്യുക, ആൻസർ ഫൈൻഡ് ചെയ്യുക, ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിട്ടിയിട്ടുണ്ടല്ലോ 0.388. ഓക്കെ, റെക്കോർഡിങ്സ് കാണുന്ന ആൾക്കാർ ഇതേ അപ്രോച്ചാണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കുക, ചെയ്യുക, പോസ് ചെയ്യുക, ചെയ്തെടുക്കുക, വാല്യൂ ഫൈൻഡ് ചെയ്യുക, ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെറുതെ ഇങ്ങനെ കണ്ടിരിക്കരുത്, ചെയ്ത് പഠിച്ചിട്ട് മുന്നോട്ട് ഓരോന്നോരോന്നായിട്ട്. ഇവിടെ കോൺട്രഡിക്റ്റ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ ഒരാൾ സത്യം പറയാം, മറ്റാൾ കളവ് പറയാം. ഇത് സ്ഥിരം ക്ലാസ് റൂമിലൊക്കെ പെടാറുണ്ട്. കുട്ടികൾ വന്നിട്ട് ചോദിക്കും, 2 ആളും കൂടെ ക്ലാസ്സിൽ നിന്ന് മുങ്ങി. 2 ആൾ നമ്മൾ സ്ഥിരം കോളേജിലൊക്കെ കുറേ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് 2 ആൾക്കാർ മുങ്ങി. വരുന്ന സമയത്ത് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറയും. പൊതുവേ പറയുന്ന ഡയലോഗാണ്, സാറേ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോയതാണെന്ന് പറയും. അപ്പോൾ ഇവർ ഓരോരുത്തർ മാറ്റി നിർത്തിയാലോ, ഒരാൾ പറയുന്നത് ഒന്നും മറ്റൊരാൾ പറയുന്നത് വേറെ ആയിരിക്കും. അത് മിക്കവാറും അങ്ങനെയാണ് വരിക. ക്ലാസ്സിൽ നിന്നൊക്കെ മുങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകില്ലല്ലോ. ക്ലാസ്സിൽ നിന്ന് മുങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആരും പോകും. ഹോസ്പിറ്റലിലേക്ക് പോകുന്നെങ്കിൽ ഇവിടുന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോവുക. ഇവർ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും അല്ലേ. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ വേറെ എവിടെ പോകുന്നതാണ്, അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് സത്യമായിരിക്കും, മറ്റാൾ പറയുന്നത് കളവായിരിക്കും. അപ്പം അങ്ങനെ പറയുന്ന കേസാണ് കോൺട്രഡിക്റ്റ് എന്ന് പറയുന്നത്. കോൺട്രഡിക്റ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നത് സത്യം, മറ്റാൾ പറയുന്നത് കളവ്. അപ്പോൾ അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സത്യം പറയാനുള്ള കേസ് പറയുന്നുണ്ട്, ട്രൂത്ത് പറയാനുള്ള കേസ് ടോമിൻ്റെ കേസിൽ 30%, ഡിക്കിൻ്റെ കേസിൽ 0.25%. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കളവ് പറയാനുള്ള കേസ് കോംപ്ലിമെൻറ്റ് 1 - 0.3 0.7, ഇത് 1 - 0.25 എടുക്കും 0.75. കോൺട്രഡിക്റ്റ് ഈച്ച് അതർ ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 0.3 × 0.75 + 0.25 × 0.7 ഇതിൻ്റെ വാല്യൂ എടുത്താൽ ഇറ്റ് ഈസ് കോൺട്രഡിക്റ്റിംഗ് ഈച്ച് അതർ എന്ന് വരും. കോൺട്രഡിക്റ്റ്, ഒരാൾ സത്യം പറയാം, മറ്റൊരാൾ കളവ് പറയാം.
ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട് 0.4. ജസ്റ്റ് കാൽക്കുലേറ്റർ അടിക്കുക, ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ഡൗട്ടായിട്ട് പലതവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്റ്റുഡൻസിന് ഒരുപാട് പേര് വീണ്ടും ഡൗട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ എക്സ് ആൻഡ് വൈ സ്റ്റാൻഡ് ഇൻ എ ലൈൻ വിത്ത് 6 അതർ പീപ്പിൾ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6. ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ വരച്ചതാണ്. എക്സ് ആൻഡ് വൈ ഈ സ്റ്റാൻഡിങ് ഇൻ ലൈൻ വിത്ത് 6 അതർ പീപ്പിൾ. 6 ആൾക്കാരും വൈയും ഉണ്ട്. ഓക്കെ, ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദർ ആർ 3 പേഴ്സൺസ് ബിറ്റ്വീൻ ദം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ഇടയിൽ എത്ര ആൾക്കാർ വരണം? 3 ആൾക്കാർ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിൻ്റെയും വൈൻ്റെയും ഇടയിൽ 3 ആൾക്കാർ വരുന്ന രീതിയിൽ ഞാൻ വൈനെ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒരു രീതിയല്ലേ പറ്റുള്ളൂ. എക്സിനെ ഫിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, എക്സിനെ ഫിക്സ് ചെയ്ത് വെച്ചു. എക്സിനവിടെ പിടിച്ച് നിർത്തി, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് എക്സിനവിടെ പിടിച്ച് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വൈൻ്റെ പൊസിഷൻ ഞാൻ നോക്കുന്ന സമയത്ത് ഇടയിൽ 3 ആൾ വരണമെങ്കിൽ വൈക്ക് അങ്ങനെ വരുന്ന എത്ര പൊസിഷൻസ് ഉണ്ട്? ഒരു പൊസിഷൻ ഉണ്ട്, ഫേവറബിൾ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻസ് എത്ര എണ്ണം വരുന്നുണ്ട്? ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ പൊസിഷൻ കൂടാതെ 1 2 3 4 5 6 7 പൊസിഷൻസ് ഉണ്ട് ടോട്ടൽ. അതിൽ ഫേവറബിൾ ആയിട്ടുള്ളത് ഏതാ? 1. ഇപ്പം ആൻസർ എന്താ? 1/7. പ്യുവർ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതല്ലാതെ നമ്മൾ ലീനിയർ അറേഞ്ച്മെൻ്റ് ഒന്നും എടുക്കാൻ പോയി കഴിഞ്ഞാൽ തലയിൽ കൂടെ പോകും, കുറേ പണി ഉണ്ടായി ചെയ്യാൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. എക്സിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുക, വൈക്ക് എടുക്കാവുന്ന 7 പൊസിഷൻസ് ഉണ്ട്. അതിൽ വൈ തേർഡ്, ഇടയിൽ 3 ആൾ വരണമെങ്കിൽ വൈ ഹാസ് 1 ഫേവറബിൾ പൊസിഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ 1/7. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 6? അറ്റ്ലീസ്റ്റ് 1 എന്ന് കണ്ട 1 - 10. എപ്പോഴും അത് ഓർക്കുക, അറ്റ്ലീസ്റ്റ് 1 1 - 10. അപ്പോൾ 1 - 10 എടുക്കുന്ന സമയത്ത് 1 - 10 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 - 10 എടുക്കുന്ന സമയത്ത് 6 വരാതിരിക്കാനുള്ള കേസാണ് മൈനസ് ചെയ്യേണ്ടത്. 1 - 6 വരാതിരിക്കാനുള്ള കേസ് എന്താണ്? 6 വരുന്ന കേസ് എന്താ? 1/6. ഡൈയിൽ 6 വരുന്ന കേസ്, ഡൈയില്ലേ ലുഡോ ബോർഡിൽ ഇങ്ങനെ കുലുക്കിയിട്ട് നോക്കാറല്ലേ 1. അപ്പോൾ അതിൽ വരുന്ന കേസാണ് എന്താണ്? ഡൈ വരുന്നത് 1/6. വരാതിരിക്കാനുള്ള കേസ് 5/6. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ എത്ര കാലയില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, പഠനം തന്നെ ഒരു റിലാക്സേഷനും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഫുള്ള് ഫ്രീ അല്ലേ എന്നുള്ള ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസത്തേക്ക് ഒരാളും നിങ്ങളുടെ അടുത്ത് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് യു എനിത്തിങ്. ഒന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങളായിട്ട് വരുന്ന റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി. ഫുള്ള് റിലാക്സ് ചെയ്യുക, മൈൻഡ് ഫുള്ള് ഫ്രീ ആക്കി വിടുക. എക്സാം വരെ ഫുള്ള് ഫോക്കസ് ചെയ്യുക, പഠനം മാത്രം, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത്. എക്സാം എഴുതി കഴിയുന്നവരെ. എക്സാം എഴുതി കഴിഞ്ഞാലോ ആ സാധനം തലേന്ന് എടുത്തിട്ട് മറ്റേ ലൈറ്റൊക്കെ ഓഫാക്കില്ല, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കും. അതേപോലെ എക്സാം കഴിഞ്ഞാൽ അതങ്ങോട്ട് ഓഫാക്കിയിടുക. റിസൾട്ട് വന്നിട്ട് റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചിന്തിച്ചിട്ട് എന്ത് വരാനാണ്? റിസൾട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റുമോ? എക്സാം എഴുതി കഴിഞ്ഞാൽ ആളുകൾ റിസൾട്ട് വരുന്നവരെ ചില ആൾക്കാരെ ടെൻഷൻ കാണണം. പടച്ച റബ്ബേ, ആൾക്കാർക്ക് എന്ത് പ്രാന്താന്ന് ആലോചിക്കാൻ. കാരണം എക്സാം എഴുതി റിസൾട്ട് ICA ഡിക്ലെയർ ചെയ്താൽ അറിയാം. അതല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പം ചിന്തിച്ചോ, ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. റിസൾട്ട് നന്നാക്കണം, എക്സാം നല്ലോണം എഴുതണം. അതിനു വേണ്ടി ബാക്കി എല്ലാ കാര്യവും മാറ്റി വെക്കുക. വേറെ ഒന്നിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കരുത്. എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇൻ്റർലേക്കിനെ കുറിച്ച് ആലോചിക്കാം. പോസിറ്റീവ് ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഒരു എക്സാം കഴിഞ്ഞാൽ അതങ്ങോട്ട് ഓഫ് ചെയ്യുക. ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. പഠനത്തിനെ കുറിച്ചോ ഈ പഠിച്ചതിനെ കുറിച്ച് റിസൾട്ട് എന്താവുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എക്സാം ആവുന്നവരെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിൽ മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ലുഡോ ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ സമയത്താണ് ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഫ്രണ്ട്സിനൊക്കെ കൂടെ ഒന്ന് ഇരുന്നിട്ട് കറങ്ങിയിട്ട് ഒന്നൊക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1 - ഞാൻ 5/6 ചെയ്യുക, ആൻസർ എത്തി. 1 - 5/6 അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അതിൽ തന്നെ ചെയ്യാനുണ്ട്. A bag contains 8 red, 5 white balls. 2 successive draws. സക്സസീവ് ഡ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിന് പുറകെ ഒന്നായിട്ട്. സക്സസീവ്, ഒന്നെടുത്തു ഇനിയും വേണമെന്നാണ് പിന്നെ എടുക്കൂലേ ചില ആൾക്കാർ.
ഒന്ന് മര്യാദയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇനിയും വേണമെന്നുണ്ട് രണ്ടാമത് എടുക്കുക. അതാണ് സക്സസീവ് ഡ്രോ. സക്സസീവ് ഡ്രോസ് ഓഫ് 3 balls ആർ മെയ്ഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. എടുത്തോ വരെ തിരിച്ച് വെക്കുന്നുമില്ല, എടുത്തുകൊണ്ട് പോയി തിരിച്ച് വെക്കുന്നില്ല. ദ പ്രോബബിലിറ്റി ദ ഫസ്റ്റ് ഡ്രോ വിൽ പ്രൊഡ്യൂസ് 3 white balls ആൻഡ് ദ സെക്കൻഡ് ബോൾ പ്രൊഡ്യൂസസ് 3 red balls. അപ്പോൾ 2 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റത്തേൽ എന്താണ്, ഫസ്റ്റ് ഡ്രോയിൽ എന്ത് വരണം, വൈറ്റ് ബോൾ വരണം. അപ്പോൾ അത് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. 2 ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ 8 റെഡും 5 വൈറ്റ്. അതിൽ നിന്ന് ആദ്യം എത്ര എടുക്കേണ്ടത്, 3 വൈറ്റ് ബോൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വൈറ്റ് ബോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ആദ്യം സെലക്ഷൻ ആദ്യം നോക്കുന്നുണ്ട്. അപ്പോൾ സെലക്ഷൻ നോക്കുന്ന സമയത്ത് 5-ൽ 3 സെലക്ട് ചെയ്യുന്നു, 5C3. 5-ൽ 3 സെലക്ട് ചെയ്യുന്നു, 5C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെലക്ഷൻ. അവിടെ മൊത്തത്തിലുള്ള ബോൾസിനും 3 സെലക്ട് ചെയ്യാണ്, ബൈ 13C3. ഇതാണ് എന്തിൻ്റെ സെലക്ഷൻ, ഈ ബോക്സിൽ നിന്നും 3 വൈറ്റ് ബോൾസ് എടുക്കാനുള്ള കേസ് 5C3. 5 3 എടുക്കുന്നു, 5C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 13C3. ഫേവറബിൾ ബൈ ടോട്ടൽ. വൈറ്റ് ബോൾ എടുത്തു. അപ്പോൾ ആ 3 ബോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബോക്സിൽ പിന്നെ എത്ര ബോൾസ് ഉണ്ടാവുള്ളൂ, വൈറ്റ് ബോൾസിൽ 3 പോയില്ലേ, ഇനി എത്ര ബോൾസ് ഉണ്ടാവും, 2 ബോൾസ് ഉണ്ടാവും. അപ്പോൾ 8 റെഡും 2 ബോൾസ് ഉണ്ടാവും. ഇതൊന്നും ഇനി എന്താ എടുക്കേണ്ടത്, റെഡ് ബോൾ എടുക്കുക. ആ റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്, 8 3 സെലക്ട് ചെയ്യണം, 8C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെലക്ഷൻ 10 3 എടുക്കുക, 10C3. ഇതിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. ഇപ്പോൾ എടുക്കുന്ന ലോജിക്കലി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാമായിട്ട് എക്സാം ഹോളിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ക്ലാസ് കഴിയാൻ ഇനി കുറച്ച് സമയമുള്ളൂ, 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എന്തായാലും എൻഡാവും. അപ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് എക്സാം ഹോളിൽ നമ്മൾ മാത്സിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. മാത്സിൻ്റെ കേസിൽ നമ്മളെ ബ്രെയിൻ സ്ട്രെസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ചില കെമിക്കൽസൊക്കെ ബ്രെയിനിൽ റിലീസാവും. ആ കെമിക്കൽസൊക്കെ റിലീസായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രെയിന് ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ തിങ്കിങ് ഇതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അനാവശ്യമായിട്ട് എക്സാം ഹോളിൽ ടെൻഷൻ അടിക്കരുത്, പ്രഷർ കയറ്റരുത്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയാവുന്ന കാര്യങ്ങൾ അത്യാവശ്യം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അത്യാവശ്യമുണ്ട്. എക്സാം ഹോളിൽ ഒരു കൂൾ മൈൻഡ് സെറ്റ് ചെയ്യുക. അറിയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കം മുതൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും ഡയറക്റ്റും ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുമ്പോൾ തന്നെ 1 മണിക്കൂർ ആകുമ്പോഴേക്ക് നിങ്ങൾ ശരിക്കും റിലാക്സ്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് അവറിൽ വരുമ്പോൾ ബാക്കി കുറച്ച് അത്യാവശ്യം സ്റ്റെപ്സൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ ആ ഒരു നല്ല മൈൻഡിൽ ഇരുന്നിട്ട് ചെയ്യുക. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. മാക്സിമം നമ്മൾ പഠിക്കാനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് എക്സാമോട് പോകുമ്പോൾ നമുക്ക് ആ ഒരു തൃപ്തിയോടെ നമ്മൾ എക്സാമോട് പോകണം. എന്നെക്കൊണ്ടാവുന്ന രീതി ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതി ഞാൻ എഴുതും. അപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും പുറത്തുള്ള എലമെൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മളെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതാം. അതിൻ്റെ ആ സമയത്ത് നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. ഓക്കെ, എക്സാമുകളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ ചിന്തിക്കേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നു, ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, ഇതെനിക്ക് അറിയെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ ഞാനത് ക്ലാസ്സിൽ പറയാറുണ്ട്, എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ റെഗുലർ ബാച്ചിൽ പറയാറുണ്ട്. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മൾ രാത്രി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്, നിങ്ങളിപ്പോൾ രാത്രി ആയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക, എന്താ കാണുക? ക്ലാസ്സിൽ സ്ഥിരം പറയുന്ന ഡയലോഗാണത്. നമ്മൾ പുറത്തിറങ്ങി രാത്രി ആകാശത്തേക്ക് നോക്കി എന്താ കാണുക? വാട്ട് യു സീ? ആകാശത്തേക്ക് നോക്കി എന്താ കാണുക? എന്താ നിങ്ങൾ കാണുക? ക്ലിയർ സ്കൈ ആണെങ്കിൽ എന്ത് കാണും നിങ്ങൾ? വാട്ട് യു സീ വെൻ യു ലുക്ക് അറ്റ് ദ സ്കൈ? എന്താ നമ്മൾ കാണുക? നമ്മൾ രാത്രി ഒരു ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൈ ക്ലിയർ ആണ്, നമ്മൾ എന്താ കാണുന്നത്? നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ചന്ദ്രനെ കാണും, നക്ഷത്രങ്ങളെ കാണും. ബട്ട് ആക്ച്വലി അവിടെ കൂടുതൽ ഡാർക്കാണ്, കുറേ ഡാർക്കാണ്. പക്ഷെ ആ ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് കാണുന്നതെന്നറിയോ? നമ്മൾ നക്ഷത്രങ്ങളെ നോക്കുന്നതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണുന്നത്. നിങ്ങൾ ചന്ദ്രനെ നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ മൂണിനെ കാണുന്നത്. നിങ്ങൾ ശരിക്കും ഒന്നുകൂടെ നോക്കി അവിടെ ബ്ലാക്ക് അല്ലേ കൂടുതലുള്ളത് അല്ലേ? പക്ഷെ നിങ്ങൾ സ്റ്റാർസിനും മൂൺസിനും എന്തുകൊണ്ടാണ് കാണുന്നത്? ബിക്കോസ് യു ആർ ലുക്കിംഗ് ഫോർ ദ സ്റ്റാർസ്, ബിക്കോസ് യു ആർ ലുക്കിംഗ് ഫോർ ദ മൂൺ. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വന്നാലും നമ്മൾ അപ്രോച്ച് ചെയ്താണ്. നമുക്കറിയാവുന്ന ആ സ്റ്റാർസിനെ പിക്ക് ചെയ്യുക, മൂണിനെ പിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൊത്തം ചെയ്യണമെന്ന് ഞാൻ പറയുന്നിട്ടില്ല, ഒരിക്കലും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ പൊട്ടൻഷ്യൽ ഉള്ളവർ ചെയ്തോട്ടെ. പക്ഷേ ഓൺ ആൻ ആവറേജ് പൊതുവേ സ്റ്റുഡൻസ് 50-60 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവേ പേപ്പറിൽ ചെയ്യാറ്. അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ, അതിൽ കുറച്ച് ചെയ്യുന്നവരുണ്ടാവും. ഓൺ ആൻ ആവറേജാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആകാശത്തൊക്കെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്ന പോലെ, സ്റ്റാർസിനെ കാണുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ നോക്കേണ്ടത്? നിങ്ങൾക്ക് അറിയാവുന്ന ആ സ്റ്റാർസിനെ പിക്ക് ചെയ്യുക, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. കോൺഫിഡൻസ് ബിൽഡാവും.
ഒരു റൗണ്ട് കഴിഞ്ഞാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് അപ്പോൾ നമുക്ക് പിന്നെ അവിടെ കൗണ്ട് ഒന്നും ചെയ്യരുത് കേട്ടോ. ഡോണ്ട് കൗണ്ട് എത്ര ചെയ്തു എന്തിനത് 2 മണിക്കൂർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക, കൂളായിട്ടിരിക്കുക, സെക്കൻഡ് റൗണ്ട് വരിക, ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് നിങ്ങൾ ആ കൂളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് മാത്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നല്ല മൈൻഡിൽ കൂൾ മൈൻഡിലാണ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യും. വെറുതെ പ്രഷറൈസ് ചെയ്യുമ്പോൾ സമയം കൂടുതലെടുക്കും, എറേഴ്സ് കൂടുകയൊക്കെ ചെയ്യും. കൂൾ മൈൻഡിലിരിക്കുക, അറിയാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ അപ്രോച്ച് എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയുന്നത് നമ്മൾ പിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് ഞാൻ സ്കിപ്പ് അടിക്കുകയാണ്, സിമിലർ ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് അടിക്കുകയാണ്. അടുത്തൊരു ചെറിയ ടോപ്പിക്കുകളൂടെ എടുക്കാം. ഓഡ്സ് ഇൻ ഫേവർ, ഓഡ്സ് എഗെയിൻസ്റ്റ് ഫേവർ. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ എടുക്കുന്ന സമയത്ത് ഓഡ്സ് ഇൻ ഫേവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഈവൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അൺഫേവറബിൾ ഈവൻസ്. പ്രോബബിലിറ്റിയും ഇവിടെ തമ്മിൽ ചെറിയ മാറ്റമുണ്ട്. നമ്മൾ പ്രോബബിലിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ്സ് ഇൻ നമ്പർ ഓഫ് ഫേവറബിൾ ഈവൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻസ് ആണ് പ്രോബബിലിറ്റി. ഓഡ്സ് ഇൻ ഫേവർ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഈവൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അൺഫേവറബിൾ ഈവൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓഡ്സ് ഇൻ ഫേവർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഫേവർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അൺഫേവറബിൾ. തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓഡ്സ് എഗെയിൻസ്റ്റ് ഈവൻ ഡിവൈഡഡ് ബൈ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ദി ഈവൻ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓഡ്സ് ഇൻ ഫേവർ എന്താണ്, ഓഡ്സ് എഗെയിൻസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ അത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓഡ്സ് എഗെയിൻസ്റ്റ് ഈവൻ്റ് ആണ് ചോദിച്ചത്. പ്രോബിലിറ്റി ഒന്ന് ഓഡ്സ് എഗെയിൻസ്റ്റ് ഈവൻ്റ് ചോദിച്ചു. ഇപ്പോൾ പ്രോബിലിറ്റി തന്നത് 5/9 ആണെങ്കിൽ ഫേവറബിൾ 5ഉം അൺഫേവറബിൾ 9ഉം ആണ്. അൺഫേവറബിൾ 4. ടോട്ടൽ 9 ഈവൻസ്, ഫേവറബിൾ 5, അൺഫേവറബിൾ 4 ആയിട്ട് വരും. ടോട്ടൽ 9 ഈവൻസ് ആണ്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടലാണ്. അപ്പോൾ ടോട്ടൽ 9 ഈവൻസ് ഉണ്ട്, ഫേവറബിൾ 5ഉം അൺഫേവറബിൾ 4ഉം. അപ്പോൾ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അൺഫേവറബിൾ ഡിവൈഡ് ബൈ ഫേവറബിൾ എടുക്കുന്ന സമയത്ത് ആൻസർ എന്താവും? 4/5 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ൽ ഇഫ് എൻ അൺബയസ്ഡ് ഡയസ് ഇസ് റോൾഡ് വൺസ് ദ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഗെറ്റിംഗ് എ പോയിന്റ് വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓഡ്സ് ഇൻ ഫേവർ, പ്രോബബിലിറ്റി അല്ലാണ്ട് ചോദിക്കുന്നത്. ആ സാധനം ശരിക്കും സ്ട്രൈക്ക് ചെയ്യണേ. ഓഡ്സ് ഇൻ ഫേവർ ആണ് ചോദിച്ചത്. ഓഡ്സ് ഇൻ ഫേവർ ചോദിക്കുമ്പോൾ ഫേവറബിൾ ഈവൻസ് ഡിവൈഡഡ് ബൈ അൺഫേവറബിൾ ഈവൻസ്. ഇപ്പോൾ ഫേവറബിൾ ഈവൻസ് ഏതൊക്കെയുള്ളത്? 3, 6, 2. അൺഫേവറബിൾ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൽ ബാക്കി 4 നമ്പേഴ്സ് ഉണ്ടാവും. 2 ഫേവറബിൾ, 4 അൺഫേവറബിൾ. 2 ഡിവൈഡ് ബൈ 4, ആൻസർ 1/2. ആൻസർ 1/2. ഇത് P/Q ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ദി ഇവൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇത് നമ്പർ ഓഫ് അൺഫേവറബിൾ ആണ്. നമ്പർ ഓഫ് ഓഡ്സ് ഇൻ ഫേവർ. അപ്പോൾ P എന്നുള്ളത് നമ്പർ ഓഫ് ഫേവറബിൾ, Q എന്നുള്ളത് അൺഫേവറബിൾ. ടോട്ടൽ പ്രോബിലിറ്റി എന്താ? പ്രോബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്താ? ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടലാണ് പ്രോബിലിറ്റിയുടെ ഡെഫിനേഷൻ. അപ്പോൾ ആൻസർ എന്താ വരിക? P ഡിവൈഡഡ് ബൈ P പ്ലസ് Q. ഫേവറബിൾ P, അൺഫേവറബിൾ Q. ഇപ്പോൾ ടോട്ടൽ എന്താ വരിക? P ഡിവൈഡഡ് ബൈ P പ്ലസ് Q. ഇത് തിയറി ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അവിടെ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് നമ്മൾ പറയാതെ പോയൊരു പോയിന്റ് ഉണ്ട്. A ഇൻ്റർസെക്ഷൻ B = ഇനിയും പ്രോബ്ലത്തിൽ ഇനിയും കാര്യങ്ങൾ ഇനിയും ഉണ്ട് എടുക്കാൻ. പക്ഷേ പോകുന്ന സമയത്ത് കണ്ട പോയിന്റ് പറയാണ്. A ഇൻ്റർസെക്ഷൻ B എന്നെടുത്തു കഴിഞ്ഞാൽ P(A) ഇൻറ്റു P(B) വന്നാൽ P(A) ഇൻ്റർസെക്ഷൻ ബീൻ്റെ വാല്യൂ എടുത്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു P(A) ഇൻറ്റു P(B) എന്ന് വന്നു കഴിഞ്ഞാൽ ദ ഈവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. എന്താണ്? P(A) ഇൻ്റർസെക്ഷൻ B = P(A) ഇൻറ്റു P(B). P(A)ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, P(B)ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. നമ്മൾ P(A) ഇൻ്റർസെക്ഷൻ ബീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ P(A) ഇൻ്റർസെക്ഷൻ ബീൻ്റെ വാല്യൂ P(A) ഇൻറ്റു P(B) ആണെങ്കിൽ അത് ഈവൻസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലുണ്ട്. ഈ ക്വസ്റ്റ്യന് P(A)യും P(B)യും മേ ബി P(A) യൂണിയൻ B തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്തും? A യൂണിയൻ B = P(A) പ്ലസ് P(B) മൈനസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ അല്ലേ? A യൂണിയൻ ബീൻ്റെ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് എന്താവും? P(A) പ്ലസ് P(B) മൈനസ് P(A) ഇൻ്റർസെക്ഷൻ B എന്നിട്ട് ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് A ഇൻ്റർസെക്ഷൻ B ഫൈൻഡ് ചെയ്യാം. അങ്ങനെ ഫൈൻഡ് ചെയ്തിട്ട് P(A) ഇൻറ്റു P(B) ഡിപ്പെൻഡിങ് ഓൺ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് തരിക. അപ്പോൾ P(A) P(B) ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് P(A) ഇൻ്റർസെക്ഷൻ B = P(A) ഇൻറ്റു P(B) എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദ ഈവൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ,
ഇത് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇങ്ങനെ പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2 ഈവൻസ് എ ആൻഡ് ബി, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ബട്ട് നോട്ട് ബി. പി ഓഫ് എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് ബി ക്ലിയർ ആയിട്ട് പറഞ്ഞു, പി ഓഫ് ബി 0.3. പി ഓഫ് എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ മൈനസ് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്, 0.4. പി ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. മനസ്സിലാക്കിയെടുക്കാം. ഇനി ചോദ്യം എന്താണ്? ആൻഡ് പി ഓഫ് നോട്ട് എ ഇസ് ഗിവൺ. പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 0.6. ഇതെല്ലാം നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഇത് ഏത് തരം ഈവൻസ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പി ഓഫ് എ തന്നു, പി ഓഫ് ബി തന്നു 0.3, പി ഓഫ് എ മൈനസ് ബി, പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ വാല്യൂ 0.4, പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് 0.6. അപ്പോൾ അതിന് പി ഓഫ് എ എന്തായി? 0.4 ആയിട്ട് മാറി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തേ. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.4, പി ഓഫ് എയും 0.4. അപ്പോൾ ഈ എ ഇൻ്റർസെക്ഷൻ ബിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.4. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, മൊഹബത്തിൻ്റെ സമയത്ത്, ആ റൊമാൻറ്റിക് സ്റ്റേജിൻ്റെ സമയത്ത് എ പറയുന്ന എല്ലാം ബി അനുസരിക്കും, ബി പറയുന്ന എല്ലാം എ അംഗീകരിക്കും, എ യൂണിയൻ ബി. അടി തുടങ്ങുന്ന സമയത്ത് എന്താവും? ബീനെ പുറത്താക്കും, ഞാൻ പറയുന്ന മാത്രം ശരി, അതാണ് എ പറഞ്ഞതാണ്. ആ അടി കൂടിയ കേസാണിത്, എ മൈനസ് ബി. വെൻ ഡയഗ്രത്തിൽ അടി കൂടിയ കേസിൽ എ മൈനസ് ബി, എൻ്റെ സെക്ഷൻ മാത്രം, എ മാത്രമാണ് ശരി, ഞാൻ പറയുന്ന മാത്രം ശരി, എ ഈ ഭാഗം ഇതാണ് എ എങ്കിൽ ദിസ് ഇസ് എ മൈനസ് ബി. ആ എ മൈനസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തിൽ എ മാത്രം ശരി, ബീനെ മൊത്തം പുറത്താക്കി, അതാണ് അവിടെ ഇൻ്റർസെക്ഷനുള്ള ഭാഗം പുറത്താക്കാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ പി എഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.4 ആയി. ആ 0.4 വരുന്നുണ്ട്. ഇവിടെ പി ഓഫ് എയും 0.4 ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ വാല്യൂ എന്താ? 0. എ ഇൻ്റർസെക്ഷൻ ബി 0 ആണെങ്കിൽ ദ ഈവൻസ് ആർ, എന്താണ് ഈവൻസ്? ഈവൻസ് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി 0 ആണെങ്കിൽ ഈവൻസ് എന്താ വരിക? പറയൂ. എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ദ ഈവൻസ് ആർ. നമ്മൾ അതിൻ്റെ കേസ് എങ്ങനെ പറഞ്ഞു? ഒന്നൊക്കെ ഞാൻ അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞ കേസാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആരെങ്കിലും ഒരാൾ മതി. അപ്പോൾ അതെന്താണ്? ഈവൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി 0, എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ വാല്യൂ 0. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ, ആരെങ്കിലും ഒരാൾ മതി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവർക്ക് ഈ സാധനമൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാനും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ടൈം, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, അല്ലെങ്കിൽ വി റാൻ ഔട്ട് ഓഫ് ടൈം എന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ സമയം അവസാനിച്ചു എന്നുള്ളതാണ് ഇവിടെ ഫാക്റ്റ്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനം കൂടെ ഉള്ളൂ പ്രോബബിലിറ്റിയിൽ. ഓൾമോസ്റ്റ് എല്ലാം ചെറിയ ഒരു ടോപ്പിക്കും കൂടെ ശരിക്കും ഇവിടെ ഉള്ളൂ. എക്സ്പെക്റ്റഡ് വാല്യൂ എന്നൊരു കേസ് എന്നുള്ള സാധനമാണ് ശരിക്കും ഇവിടെ നമുക്കിനി ഈ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇനി എടുക്കാനായിട്ട് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ കുറച്ച് ഭാഗമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കവർ ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഏരിയയിൽ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ ചെയ്ത് പോയതാണ്. അപ്പോൾ അതിൽ അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഇതിൽ ഓഡ് നമ്പേഴ്സിൻ്റെതും ഓൾമോസ്റ്റ് ഓഡ്സ് ഇൻ ഫേവർ, ഓഡ്സ് അഗെയിൻസ്റ്റ് ഫേവർ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി സെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും 2000 ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ഈക്വൽ ആ ഒരു കേസ് എന്താണ് പറഞ്ഞു വന്നാൽ ഞാൻ എക്സ്പെക്റ്റഡ് വാല്യൂ ഇത് മാത്രമേ പ്രോബിലിറ്റി ആയിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റാറ്റിയിൽ മാത്സിലെ ഫുള്ള് ചാപ്റ്റേഴ്സിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. റീസണിങ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുള്ള് പഠിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിയിൽ എടുത്ത ഭാഗങ്ങൾ ഫുള്ളായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അത് സെലക്ട് ചെയ്ത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നെ പ്രോബിലിറ്റിയിലൊക്കെ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഞാൻ ആ ബോക്സൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്തവണ എക്സാം ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നെ വരട്ടെ എന്നാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇത്തവണ എക്സാം ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്ന സാധനമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ്. നമ്മൾ എന്നെ സംബന്ധിച്ചോളം ഒറ്റ ഇൻറ്റൻഷനുള്ളൂ. ഈ പ്രാവശ്യം എക്സാം ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ വീഡിയോ കണ്ടാൽ അതിന് കുറച്ച് മാർക്കും കൂടെ അവർക്ക് കിട്ടുന്നതിന് കുറച്ചുകൂടെ മാർക്ക് കിട്ടി അവർ പാസ്സാവുകയാണെങ്കിൽ അവർ പാസ്സാവട്ടെ എന്നൊരൊറ്റ ഇൻറ്റൻഷനാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. സൈലം നെവർ ആസ് ദ ഫാക്കൽറ്റി ടു വർക്ക് സോ ലോങ്. സൈലത്തിൻ്റെ പോളിസി 2 to 4 hours ആണ് ക്ലാസ് ആവറേജ്
അതിൽ കൂടുതൽ ക്ലാസ് എടുക്കാൻ സൈലം പറയുന്നില്ല. സൈലം പറയുന്നത് 4 മണിക്കൂർ ഒരു ദിവസം ക്ലാസ് എടുത്താൽ മതിയാണ് സൈലം പോളിസി. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ക്ലാസ് എടുത്തതിൻ്റെ പിന്നിൽ ഈ ഒരൊറ്റ പർപ്പസേ ഉള്ളൂ, നിങ്ങൾ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യുക, എക്സാമിന് നല്ല റിസൾട്ട് വരാം. ഇഫ് ദിസ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, നിങ്ങൾ ഈ ഫൗണ്ടേഷൻ എക്സാം പാസ്സാവുന്നതിന് ഇതൊരു കാരണമാവുകയാണെങ്കിൽ അത് നിങ്ങൾ അടുത്ത ഇൻ്റർലേക്ക് പോകും, നിങ്ങൾ നാളെ ഒരു CA കാരനായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി, അതിലൂടെ ആ സൊസൈറ്റി, അതിലൂടെ നമുക്ക് ഓവറോൾ ഗ്രോത്താണ് ശരിക്കും കിട്ടുന്നത്. സോ ഒരു ചെറിയ ആക്ട്, എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ചെറിയ ആക്ട്, ഐ ഹോപ്പ് ദിസ് കോൺട്രിബ്യൂട്ട്സ്. ഓക്കെ, താങ്ക് യു ഓൾ. ഇതിൽ ലൈവായിട്ട് വന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നത്, കാരണം കുറേ ആൾക്കാർ ഇന്നലെ മുതൽ ഇരിക്കുന്നുണ്ട്. റെക്കോർഡിങ്സ് കാണുന്നവർ മാക്സിമം ആളുകൾ ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു ഓൾ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.